ജോബൊന്നല്ല ചെയ്യുന്നത്. ബിസിനസ് ലീഡേഴ്സ് ഉണ്ടാകും, അവർ ഡിഫറെൻ്റ് ആണ്. പക്ഷെ അധികം ആളുകളും ജോലി ചെയ്യുന്നത് നമ്മളെ നാട്ടിനേക്കാൾ ബെറ്റർ പേ കിട്ടുന്ന, പക്ഷെ സ്റ്റിൽ സ്റ്റോർ കീപ്പർ, ഡ്രൈവർ, പെയിൻറ്റർ, കൺസ്ട്രക്ഷൻ വർക്കർ, ഹൗസ് കീപ്പർ, അങ്ങനത്തെ ഒരുപാട് ബേസിക് ജോബുകളിലാണ് എന്നുണ്ടെങ്കിൽ ഈ മേഖലകളിലൊക്കെ ടെക്നോളജിയുടെ കടന്നുകയറ്റം മാത്രമല്ല, GCC രാജ്യങ്ങൾ പോലും ഒരു ഓയിൽ ഡിപ്പെൻഡൻറ്റ് എക്കോണമിയിൽ നിന്ന് മാറിയിട്ട് അവരൊരു ഫ്യൂച്ചർ കണ്ടിട്ട്, ലൈക്ക് ഈവൻ ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ ഫാമുകളൊക്കെ വരുന്നത് GCC രാജ്യങ്ങളില്ല. കാരണം വൺസ് ഓയിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ട് രാജ്യങ്ങൾ തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ, ലൈക്ക് ഓയിൽ അബണ്ടൻ്റ് രാജ്യങ്ങളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ സൺലൈറ്റും അബണ്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ആ രാജ്യങ്ങളൊക്കെ വലിയ വലിയ സോളാർ ഫാമുകളും മറ്റൊക്കെ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ അവർ നമുക്ക് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്താൽ മനസ്സിലാവും, ഒരു പോസ്റ്റ് ഓയിൽ വേൾഡിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് അവരൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന മലബാറോ അല്ലെങ്കിൽ ഈവൻ കേരളം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ, കേരള മോഡൽ ഉണ്ടാക്കിയത് കേരളത്തിൻ്റെ അകത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയതല്ല, പ്രവാസികൾ കൊണ്ടുവന്നതാണ് കേരളം. അല്ലെങ്കിൽ ഇന്നത്തെ കേരളത്തിന് വേണ്ടുന്ന സാമ്പത്തിക ഭദ്രത കൊണ്ടുവന്നത് പ്രവാസികളാണ്. അപ്പോൾ ആ പ്രവാസികളുടെ ഫ്യൂച്ചറിനെ കൺട്രോൾ ചെയ്തേക്കാവുന്ന കാര്യങ്ങൾ, അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഇനിയൊരു മൈഗ്രേഷൻ നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടാകുമ്പോൾ ആ മൈഗ്രേഷൻ ചെയ്യുന്ന ആൾക്കാർ എന്ത് കൈൻഡ് ഓഫ് ജോബ്സ് ആയിരിക്കും ചെയ്യുക? ഇപ്പം നമ്മൾ പൊതുവിൽ പറയാറുണ്ട്, പഠിക്കാത്ത കുട്ടിയാണെന്നുണ്ടെങ്കിൽ +2 കഴിഞ്ഞാൽ ഉടൻ നിനക്ക് വിസ എടുക്കും, കയറിക്കോ എന്ന് പറയും. പക്ഷേ അവിടെ പോയിട്ട് എന്ത് ജോബായിരിക്കും ചെയ്യുക? അതായത് അവിടെ പോയിട്ട് ചെയ്യാനുള്ള പല ജോബുകളെയും യന്ത്രങ്ങളോ അല്ലെങ്കിൽ ഈവൻ 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വഴി ഒരുപാട് ടെക്നോളജികൾ, കൺസ്ട്രക്ഷൻ മേഖലയിൽ 3D പ്രിൻറ്റിംഗ് പോലെയുള്ള ടെക്നോളജികൾ, ട്രാൻസ്പോർട്ടേഷൻ മേഖലയിൽ ഓട്ടോണമസ് കാറുകൾ പോലെയുള്ള ടെക്നോളജികൾ, അങ്ങനെ ഓരോ മേഖലയിലും നമ്മളിങ്ങനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ ടെക്നോളജിയുടെ അഡോപ്ഷൻ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എക്യുപ്ഡ് ആണോ എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി വരുന്ന ഒരു മൈഗ്രേഷൻ ബ്ലൂ കോളർ എക്കോണമിയിലോ അല്ലെങ്കിൽ ഈവൻ ഒരു പരിധി വരേക്കും വൈറ്റ് കോളർ എക്കോണമിയിലോ വരെ ഈ ടെക്നോളജി ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് നമ്മൾ ഒട്ടും അവെയർ അല്ല എന്നുള്ള ബോധത്തിൽ, ആ ബോധം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്. മലപ്പുറത്തെ പുതിയ ജനറേഷന് 6ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ആ പ്രോഗ്രാം. അപ്പോൾ 1,00,000 കുട്ടികൾക്ക് പുതിയ കാലത്തിൻ്റെ കണ്ണട നൽകുക എന്നുള്ള ഒരു ആശയത്തിൽ, അതായത് പുതിയ കാലത്തെ കാണാൻ കഴിയുന്ന രീതിയിൽ. പുതിയ കാലത്തെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രഡീഷണലി വി ആർ ട്രെയിൻഡ് ടു, അല്ലേ, നമ്മൾ അക്കാഡമിക്കലി നമ്മൾ ഒരുപാട് വേറൊരു ഓറിയൻറ്റേഷനിൽ പോകുന്നുണ്ട്. പക്ഷേ കുട്ടികൾക്ക് അറിയാം കേട്ടോ, ഇന്നത്തെ കുട്ടികൾക്ക് അറിയാം, ദേ ആർ അവെയർ, ലോകം കുറച്ചും കൂടെ മുൻപിലാണെന്നൊക്കെയുള്ള അറിയാം. പക്ഷെ അവർ നോർമലി സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഫാസ്റ്റായിട്ട് ചേഞ്ച് ചെയ്യുന്ന ഒരു വേൾഡിനെ കുറിച്ചൊക്കെ നമുക്ക് കാണാം. പക്ഷേ നമ്മുടെ സ്കൂളിലെ ടെക്സ്റ്റ് ബുക്കിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര പീസാണ്. അതായത് കാര്യമായിട്ടുള്ള വെടിയും പുകയൊന്നും ഉണ്ടാവില്ല, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിക്കുലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ഈ കുട്ടികൾക്ക് 1,00,000 കുട്ടികൾക്ക്, അങ്ങനെയായിരുന്നു ടാർഗറ്റ്, 100 പേരല്ല, 1,00,000 കുട്ടികളെ മലപ്പുറത്ത് ടാർഗറ്റ് ചെയ്തിട്ട് തുടങ്ങിയൊരു പ്രോഗ്രാമായിരുന്നു 100K മലപ്പുറം കോഡേഴ്സ്. അപ്പോൾ ആ പ്രോഗ്രാം പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് വി ഫണ്ടഡ് ഇറ്റ്. ആക്ച്വലി ജില്ലാ പഞ്ചായത്ത് അതിന് വേണ്ടുന്ന കണക്ഷൻസ് കാര്യങ്ങൾ ചെയ്തു. മൈ കമ്പനി ഇഡാപ്റ്റ് ആണ് ആ പ്രോഗ്രാമിന് വേണ്ടുന്ന കംപ്ലീറ്റ് കോസ്റ്റ് ചെയ്തത്, അതിൻ്റെ കംപ്ലീറ്റ് ടെക്നോളജി, ഇൻഫ്രാസ്ട്രക്ചർ, കണ്ടന്റ്, എവറിത്തിങ്. അങ്ങനെ ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മലപ്പുറം ജില്ലയിലെ ഓരോ ജില്ലാ പഞ്ചായത്തിൻ്റെ ഡിവിഷൻസിലും പോയിട്ട്, 32 ഡിവിഷൻസ് ഉണ്ട് മലപ്പുറം ജില്ലയിൽ, അതിൽ 25 ഞാൻ തന്നെ നേരിട്ട് പോയിട്ടുണ്ട്. ഈ സ്ഥലത്തെല്ലാം പോയിട്ട് പബ്ലിക് എഡ്യൂക്കേഷൻ ക്യാമ്പയിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവിടെ വരുന്ന അധ്യാപകർ, ജില്ലാ പഞ്ചായത്ത് മെമ്പേഴ്സ്, അവിടുത്തെ പ്രധാനപ്പെട്ട മറ്റു വ്യക്തികൾ, അവരോട് ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാമിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ആ സംസാരിച്ച പ്രോഗ്രാം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, ആ പരിപാടിയിൽ വരാത്തവർക്ക് പിന്നീട് കാണിച്ചു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട്. ആ പരിപാടി നമ്മുടെ ഓഫീസിലെ കുട്ടികൾ അവർ കട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട്, അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത്. അല്ലാണ്ട് എന്നോട് ഇന്നലെയൊക്കെ ഇവിടെ സംസാരിച്ച ഒരുപാട് ആൾക്കാർ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തത്, ലൈക്ക് ഹൗ യു സ്റ്റാർട്ടഡ് ഇറ്റ് എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈലി ഓർഗാനിക് ആയിട്ട് ഒരു ആക്സിഡൻ്റലി സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാതെ അതിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ എഫേർട്ടോ മറ്റു കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. നമ്മളിവിടെ മലപ്പുറത്ത് ചെയ്തിരുന്ന ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പുതിയ ടെക്നോളജികൾ നമുക്ക് ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ സംസാരിച്ചു. അപ്പോൾ ആ വീഡിയോകൾ ചെറിയ ചെറിയ ബൈറ്റ്സ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലും മറ്റുമൊക്കെ ഇട്ടപ്പോൾ അതിന് നല്ല റീച്ച് കിട്ടി. ചില കൺവെൻഷണൽ നോംസിനെ ചോദ്യം ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആ ചോദ്യം ഉള്ളിലുള്ള ആൾക്കാർ അതെടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടാവും, ലൈക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി കൂടുതൽ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുള്ളൊരു വിസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതിന്ന് മാത്രം അറിയുന്നവർക്ക് വേണ്ടി പറയാണ്,
കുറേ കാലമായിട്ട് ഈ പരിപാടിയിലുണ്ട്. അതായത് ഒരു സോഷ്യോപ്രീണർഷിപ്പ് എന്ന് പറയുന്ന രീതിയിൽ നാട്ടിൽ നമ്മൾ ഒരു സോഷ്യൽ കാറ്റലിസ്റ്റ് ആവുക. ഒരു 30 to 40 ഇയേഴ്സ് അഹഡ് നമ്മൾ നാട്ടുകാരെങ്ങനെ കാണണം, അല്ലെങ്കിൽ നമ്മളെങ്ങനെ റിമെമ്പർ ചെയ്യണം എന്നുള്ളതിലേക്കൊക്കെ അപ്പോൾ നമ്മളെ എങ്ങനെ ഏത് തരത്തിൽ വേണം നമ്മളെ തിരിച്ചറിയേണ്ടത് എന്ന് ഡിസൈൻ ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു തിങ്കിങ് എന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 100K മലപ്പുറം കോഡേഴ്സ് എന്നുള്ള ഒരു പ്രോഗ്രാം കൊണ്ടുവരുന്നതും അടുത്ത ജനറേഷൻ ഏത് രീതിയിലാണ് ചിന്തിക്കേണ്ടത് എന്ന് ഡിസൈൻ ചെയ്യുന്നതൊക്കെ. അപ്പോൾ നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. എനിക്ക് തോന്നുന്നു ഇനാഗുറൽ സെഷന് വേണ്ടിയിട്ട് മിനിസ്റ്റർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. കുറച്ച് സമയത്തിൽ വരുന്ന mic check.
Steve Jobs once said, "I'm convinced that about half of what makes a successful business person different from the non successful ones is pure perseverance." And today, here we are at the second day of the ScaleUp Conclave 2024, intending to fuse the startups as well as the aspiring business magnates with the professionals, the investors, the entrepreneurs, as well as the business enthusiasts. And without further ado, നമുക്ക് നമ്മളുടെ സ്കെയിലപ്പ് കോൺക്ലേവ് 2024-ൻ്റെ ഈ ഉദ്ഘാടന കർമ്മത്തിലേക്ക് നമുക്ക് കിടക്കാവുന്നതാണ്. Thank you so much for each and everyone who have gathered here at this moment. Your presence matters a lot and it's quite valued. So let me take the liberty to invite onto the stage the wonderful guests who have graced us today amidst their hectic schedule. So with all the reverence and all the respect, may I invite onto the stage Advocate A.K. Mustafa, the President of Perinthalmanna Block Panchayat. Ladies and gentlemen, please put your hands together for welcoming Advocate A.K. Mustafa, the President of Perinthalmanna Block Panchayat. Thank you, sir, for joining with us. And now, let us invite നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സ്കെയിലപ്പ് കോൺക്ലേവ് 2024-ൻ്റെ വക്താവ് എന്നൊക്കെ തന്നെ നമുക്ക് പറയാവുന്ന ജനകീയനായ നേതാവ് MLA നജീബ് കാന്താപുരം അവർകളെ. ബഹുമാന്യനായ നജീബ് കാന്താപുരം MLA അവർകളെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. Thank you so much, sir, for gracing us with your presence. And ഏറെ തിരക്കുകൾ ഉണ്ടായിട്ടും
ഇന്നത്തെ ഈ ഒരു ദിവസത്തിന്റെ ഭാഗമാകുവാനായി, ഈ ഒരു ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാകുവാനായി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാന്യനായ മന്ത്രി, നമ്മൾക്ക് ഏവർക്കും പ്രിയങ്കരനായ മന്ത്രി, ബഹുമാന്യനായ വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് അവർകളെ ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. Ladies and gentlemen, please put together your hands for the very respected Honorable Minister P. Rajiv. Thank you so much, sir, for being here with us, for gracing us with your presence. And now let me go forward and invite onto the stage our Honorable MLA and the former Minister P.K. Kunjalikutti, sir. Alright, so he is expected to arrive. And now let us invite onto the stage the Malappuram Jilla Panchayat President M.K. Rafika. Ms. M.K. Rafika, it will be an honor. She is also expected to arrive, and Mr. P. Shaji, the chairman of Perinthalmanna Nagarasabha, Mr. Harikishore IAS, and Mr. Satyajit Rajan IAS is expected to join with us quite soon. So let me now go forward and invite onto the stage the former Education Minister, Advocate Nalagatha Supi. ഏറെ സ്നേഹത്തോടെ ഏറെ ആദരവോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ ബഹുമാന്യനായ മുൻ വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് നാലകത്ത് സൂപ്പി. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് ഫോർ ഗ്രേസിംഗ് us with your presence. ഏറെ സ്നേഹത്തോടെ ഏറെ ആദരവിന്റെ ഭാഷയിൽ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C.M. മുസ്തഫ, ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. സുകുമാരൻ അവർകൾ, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K.T. അഫ്സൽ അവർകൾ, മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K.T. ഇക്ബാൽ അവർകൾ, പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി P. സൗമ്യ, താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി K.P. സോഫിയ, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ K.T. അഷ്റഫ്, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി റഹ്മത്ത് തുനീസ താമരത്ത്, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ മിസ്റ്റർ ഷഹർബാൻ, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ A.P. സഭ, ശ്രീ C. സേതുമാധവൻ, ശ്രീ V. ബാബുരാജ്, ശ്രീ A.K. നാസർ മാസ്റ്റർ, അതോടൊപ്പം തന്നെ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ഇവന്റിന്റെ എക്കോസിസ്റ്റം പാർട്ട്ണറായ ശ്രീ അനീഷ് അച്യുതൻ എന്നിവരെ ഈ വേദിയിലേക്ക് നമുക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. Ladies and gentlemen, please put together your hands for our wonderful, our prominent guests who have graced us with their presence. And also, it's my immense pleasure and privilege to be inviting all the sponsors for this wonderful event, the ScaleUp Conclave 2023, to kindly join us with your presence on the pulpit. May I humbly request all our wonderful sponsors with whose unwavering commitment and support we have realized this event. May I request all our lovely partners to kindly join with us on the pulpit. ഏറെ സ്നേഹത്തോടെ ഏറെ ആദരവോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളട്ടെ ഓപ്പൺ യൂണിക്കോണിന്റെ ഡയറക്ടറായ ശ്രീമതി ഡീന ജേക്കബ്. And it's my pleasure to be inviting onto the stage Mr. E. Rajesh, Mr. P.P. Vasudevan Master, Advocate S. Abdusalam, Dr. P. Unnin, the Director of Mudra Foundation, Mr. Anandan Arannikal, Sri M.M. Zakir Hussain, Sri Nalagat Shaukat, Dr. Shaji Abdul Ghafoor, the President of IMA Perinthalmanna, Mr. Farooq Pachiri, the President of Perinthalmanna Sahakarana Bank, Mr. K.V. George, Advocate Rajendran, Sri P.T.M. Musa, the President of Vyabari Vyavasayi Ekobana Samiti Unit, Garfar Groupil Ninam Mr. Satish Pilla,
BNAയിൽ നിന്നും മിസ്റ്റർ നബീൽ എന്നിവരെ ഏറെ സ്നേഹത്തോടെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. And it's my delightful privilege to be welcoming Mr. Nadeem Safran from Tarakat, Mr. Akshay from Echuport, Mr. Shamsuddin from Apate, Mr. V.A. Hassan from the Flora Group, and Mr. Majid Vetatur from the ScaleUp village. And let me also invite onto this inaugural ceremony Mr. Nadeem Rahman, the CEO of the ScaleUp conclave. സോ നമ്മളേവരും ഏറെ കാത്തിരുന്ന ഒരു മുഹൂർത്തത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഒരു വളരെ ദിവ്യമായൊരു മുഹൂർത്തത്താണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാടധികം വ്യക്തികളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിയിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കെൽപ്പുള്ള, രാജ്യത്തിൻ്റെ പുരോഗതിയിൽ തന്നെ നാഴികക്കല്ലായി മാറാൻ കെൽപ്പുള്ള ഒരു ഇവന്റ്, ദ സ്കെയിലപ്പ് കോൺക്ലേവ് 2024ന്റെ ഇനോഗ്രൽ സെറമണിയിലേക്ക് നമ്മളിതാ കടക്കുകയാണ്. A warm and a heartfelt welcome is a testament to the inclusiveness that defines today's gathering. And with that, let me invite onto the stage Advocate A.K. Mustafa, Perinthalmanna Block Panchayat President Aya. Sri Advocate A.K. Mustafa avargale swagatham arulunnathinayi njan ee vediyilekku ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ഓൾ. ആദരണീയനായ കേരളത്തിൻ്റെ വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അവർകളെ, ബഹുമാന്യനായ പെരിന്തൽമണ്ണയുടെ MLA ശ്രീ നജീബ് കാന്തപുരം അവർകളെ, വേദിയിലിരിക്കുന്ന മറ്റ് ജനപ്രതിനിധികൾ, അതിവിശിഷ്ട വ്യക്തിത്വങ്ങൾ, സദസ്സിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതുവരെ അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത, നമുക്കിതുവരെ പരിചിതമല്ലാത്ത കുറേ പരിപാടികളിലൂടെ ഏതാനും ദിവസങ്ങളായി നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരാഴ്ചയോളമായി വിവിധ പരിപാടികൾ, ഈ കൺവെൻഷൻ സെൻറ്ററിൽ തന്നെ കുറേ പരിപാടികൾ നടന്നിട്ടുണ്ട്. പുറത്തും ഒക്കെയായി നിരവധിയായി ഉള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം വളരെ ആസൂത്രിതമായി, കെട്ടിലും മട്ടിലും പുതിയ കാലത്തിനനുസരിച്ചുള്ള രുചിഭേദങ്ങളുടെ സമഞ്ജസമായിട്ടുള്ള സമ്മേളനത്തോടെയുള്ള പരിപാടികൾ. എന്നാൽ അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും ഗുണം കിട്ടുന്ന വെറും ഒരു ഷോ ഓഫ് പരിപാടി എന്നതിനപ്പുറം കാലങ്ങളോളം അവർക്ക് അതിൻ്റെ ഗുണം കിട്ടാവുന്ന രൂപത്തിലുള്ള പരിപാടികൾ എന്ന് പറഞ്ഞാൽ എണ്ണം പറഞ്ഞ പരിപാടികളുമായിട്ടാണ് നമ്മളിപ്പോൾ MLAയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ആരംഭിച്ച സ്കെയിലപ്പ് കോൺക്ലേവിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന സെഷനിലാണ് നമ്മൾ ഇന്ന് എല്ലാവരും സന്നിഹിതരായിട്ടുള്ളത്. ഇന്നലെ തന്നെ ഈ അൽഷിഫ കൺവെൻഷൻ സെൻറ്ററിൻ്റെ അകത്തും പുറത്തും യാർഡിലും ഒക്കെയായി എക്സിബിഷൻ പരിപാടികളും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡെലിബറേഷൻസും സെമിനാറുകളും ഡിസ്കഷൻസും ഹാക്കത്തോണും ഒക്കെ നടന്നതിന് ഇന്നലെ നമ്മൾ സാക്ഷികളായി. ഇവിടെ നമ്മൾ ഇതുവരെ പരിചിതമല്ലാത്ത വഴികളിലൂടെ നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ബഹുമാന്യനായ MLA നജീബ് സാഹിബ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പരിപാടികളിൽ അദ്ദേഹത്തിൻ്റെ ഒരു വാഗ്ദാനം എന്നുള്ള നിലക്ക്, പ്രചരണ പരിപാടിയിലെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഊന്നി പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. ഇവിടുത്തെ ചെറുപ്പക്കാരെയും ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹത്തെയും നിങ്ങൾ എനിക്ക് വിട്ടുതരിക, അവരിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു.
ഈ പെരിന്തൽമണ്ണയുടെ നാനോന്മുഖമായിട്ടുള്ള വികസനക്ഷേമ പദ്ധതികളുടെ ആറ്റിക്കുറുക്കിയ രൂപം എന്നുള്ള നിലക്ക് അവരിലാണ് ഞാൻ കൂടുതലായിട്ട് നിക്ഷേപിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അവരെ എനിക്ക് നിങ്ങൾ വിട്ടുതരിക എന്നുള്ള രൂപത്തിൽ അന്ന് പറഞ്ഞപ്പോൾ പ്രചരിപ്പിച്ചപ്പോൾ അതൊക്കെ ഒരു സ്ഥാനാർത്ഥിയുടെ പ്രചരണ തന്ത്രത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ആ ആളുകളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സംഗതി എന്നുള്ള നിലക്കാണ് നമ്മൾ അതിനെയൊക്കെ കണ്ടിരുന്നത്. ഹൈദരലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള IAS അക്കാദമി പിന്നീട് നിലവിൽ വന്നു. IAS അക്കാദമി എന്ന് പറഞ്ഞപ്പോൾ കേവലമായിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം എന്നതിലേക്ക് ചുരുങ്ങും എന്നൊക്കെയാണ് നമ്മളെപ്പോലെയുള്ള ആളുകൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അതിബൃഹത്തായിട്ടുള്ള സംവിധാനങ്ങളോട് കൂടിയുള്ള നല്ല ഒരു വിഷണറിക്ക് മാത്രം കഴിയുന്ന രൂപത്തിലാണ് അതിപ്പോൾ നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ യുവാക്കളോടായി പറയുന്നു, നിങ്ങൾക്ക് ആശയമുണ്ടോ, നിങ്ങൾ പെരിന്തൽമണ്ണയിലേക്ക് വരിക. നിങ്ങളുടെ കയ്യിൽ സ്രോതസ്സുകളുണ്ടോ, റിസോഴ്സ് ഉണ്ടോ, നിങ്ങൾ പെരിന്തൽമണ്ണയിലേക്ക് വരിക. ഇതിനെ രണ്ടിനെയും കൂട്ടിമുട്ടിക്കുന്ന രൂപത്തിലുള്ള ഭാവനാസമ്പന്നമായിട്ടുള്ള ഒരു പരിപാടിയുമായി പെരിന്തൽമണ്ണ നിങ്ങളെ കാത്തിരിക്കുന്നു. ഇതൊക്കെ പറയുമ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കും IASകാരെയും IPSകാരെയും മാത്രം വാർത്തെടുക്കാവുന്ന രൂപത്തിലുള്ള ഉന്നതമായ തലങ്ങളിലുള്ള പരിപാടികൾ, പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വ്യവസായത്തിലേക്ക് വരുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള പരിപാടികൾ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ ചിലപ്പോൾ നമ്മൾ നിർബന്ധിതരായി വരും. എന്നാൽ താഴെ തട്ടിലുള്ള ആളുകൾ, അംഗൻവാടി വർക്കർമാർ, പരിരക്ഷയുടെ പേരിൽ നമ്മുടെ സമൂഹത്തിൽ ദൈന്യതയാർന്ന രീതിയിലുള്ള ശയ്യാവലംബികളായിട്ടുള്ള രോഗികളെ പരീക്ഷിക്കുന്ന ആളുകൾ, ആയമാർ, അതേപോലെ തന്നെയുള്ള താഴെ തട്ടിലുള്ള ആരോഗ്യ പ്രവർത്തകർ, ഏതാണ്ട് 9ഓളം വരുന്ന അത്തരം വിഭാഗങ്ങളെ എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പരിപാടിക്ക് കഴിഞ്ഞ ആഴ്ച നമ്മളെല്ലാവരും ഇവിടെ സാക്ഷിയായി. ആ പരിപാടിയിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതി അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. ഞാൻ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. ഇതെന്തുകൊണ്ട് ഇവിടെ വെച്ച് പറയുന്നു എന്ന് ചോദിച്ചാൽ, ആദരണീയനായ വ്യവസായ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ കേരളത്തിൻ്റെ മുൻ വ്യവസായ IT വകുപ്പ് മന്ത്രിയും ഒക്കെ പങ്കിടാൻ വേണ്ടി പോകുന്ന ഒരു സദസ്സ് എന്നുള്ള നിലക്ക്, അതേപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ടെക്നോക്രാറ്റുകൾ സമൂഹത്തിലെ ഗതിവിഗതികളെ നിയന്ത്രിക്കാൻ പോകുന്ന അത്ര സ്വാധീനം പല തലത്തിലുമുള്ള ആളുകളൊക്കെ ഉള്ള ഒരു സദസ്സായതുകൊണ്ടാണ് ഞാനിതിവിടെ പറയുന്നത്. സർവതല സ്പർശി എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരു ലേഖനമോ അതല്ലെങ്കിൽ ഒരു പ്രസംഗമോ ഒക്കെ കേട്ടിട്ട് പറയും ഒരു സർവതല സ്പർശിയായ പ്രസംഗം അല്ലെങ്കിൽ ലേഖനം എന്നുള്ളത്. ഇവിടെ ഞങ്ങൾ സത്യം ചെയ്തു പറയുന്നു, MLAയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സർവതല സ്പർശിയായിട്ടുള്ള പരിപാടികളുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മനോമുഖരത്തിൽ നിന്ന് വന്ന ക്രിയാപദ്ധതി, ആ ക്രിയാപദ്ധതിയുടെ ആദ്യത്തെ സംഭാവനയായി IAS അക്കാദമി വന്നപ്പോൾ അത് കേവലം ഈ IASകാരെയും അതുപോലെ തന്നെ IPSകാരെയും ഒക്കെ വാർത്തെടുക്കാവുന്ന രൂപത്തിൽ സിവിൽ സർവീസിൽ ഊന്നിയുള്ള ഒരു പരിപാടി എന്നുള്ള നിലക്ക് നമ്മൾ അതിലെ കണ്ടു. പിന്നീട് അതിൻ്റെ പിന്നാലെ വന്നത് ക്രിയാ കമ്മ്യൂൺ എന്ന് പറയുന്നതാണ്. സൊസൈറ്റിയിലെ താഴെ തട്ടിലുള്ള ആളുകളെ വരെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന രൂപത്തിലുള്ള ക്രിയാ കമ്മ്യൂണിന് പിന്നെ രൂപം കൊടുത്തു. അതേപോലെ തന്നെ മുദ്ര എന്ന് പറയുന്ന ഒരു ക്ലബിന് രൂപം കൊടുക്കുകയും ഏതാണ്ട് 100ഓളം കുടുംബങ്ങളെ തമ്മിൽ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പരിപാടിക്ക് ഇന്നലെ വൈകുന്നേരം നമ്മൾ സാക്ഷിയായി. അങ്ങനെ എണ്ണമറ്റ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുകയും ഓരോന്നോരോന്ന് നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇതേവരെ പെരിന്തൽമണ്ണ കണ്ടിട്ടില്ലാത്ത, ഇതേവരെ നമ്മൾ പെരിന്തൽമണ്ണയുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി ഉപയോഗപ്പെടുത്താൻ മുതിരാത്ത മേഖലകളിലേക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണും കാതും കൈയും എത്തിപ്പെടുന്നു എന്നുള്ള ഒരു രത്ന ചുരുക്കം നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞതിനപ്പുറമുള്ള കാര്യങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും നടക്കുന്നതിനൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, അതായത് 2-2.5 കൊല്ലമായിട്ട് നമ്മൾ സാക്ഷികളായിക്കൊണ്ടേയിരിക്കുന്നു. ചില ആളുകൾ
അവർ സ്വയം പ്രകാശിക്കും. അവർ സ്വയം പ്രകാശിക്കുന്നതോടൊപ്പം തന്നെ അവർ പോകുന്നിടത്തൊക്കെ ആ പ്രകാശം പരത്തിക്കൊണ്ടേയിരിക്കും. ഒരു യുവ സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് പഞ്ചായത്ത് മെമ്പറായി, ജില്ലാ പഞ്ചായത്ത് മെമ്പറായി, രാഷ്ട്രീയത്തിൽ ഒരു പൊതുപ്രവർത്തകൻ്റെ എല്ലാ അനുഭവപാഠവും മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ പെരിന്തൽമണ്ണയുടെ ഒരു MLA എന്നുള്ള നിലക്ക് വളരെ ചെറിയ ഒരു സമയത്തിനുള്ളിൽ തന്നെ കേരളത്തിലെ 140 MLA-മാരിൽ പ്രഥമ ഗണനീയരായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാവുന്ന രൂപത്തിലേക്ക് നജീബ് കാന്തപുരം അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഞങ്ങളൊക്കെ വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് മുഖവുര എന്നുള്ള നിലക്ക് ഈ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാനിവിടെ പരാമർശിച്ചത്. വ്യവസായികളുടെ കാര്യത്തിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയുടെ കാര്യത്തിലും ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന എല്ലാ വിഷയങ്ങളിലും ഗവൺമെൻറ്റിൻ്റെ നിസ്സീമമായിട്ടുള്ള സഹകരണവും പ്രത്യേകിച്ച് വ്യവസായ വകുപ്പിൻ്റെ സഹകരണവും ഒക്കെ നമ്മൾ കാക്ഷിക്കുന്നുണ്ട്, നമ്മളത് ആഗ്രഹിക്കുന്നുണ്ട്. ഈ മേഖലകളിലൊക്കെ തന്നെ ഇത് പെരിന്തൽമണ്ണയുടെ ഒരു റിക്വസ്റ്റ് എന്നുള്ള നിലക്ക് പെരിന്തൽമണ്ണയ്ക്ക് വേണ്ടി വച്ച് നീട്ടിയ ഈ അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടുത്തെ പൊതുസമൂഹം ബഹുമാന്യനായിട്ടുള്ള MLA-യുടെ കൂടെ അണിനിരക്കുമ്പോൾ ആ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും സമയമെടുത്തത്. എൻ്റെ കർത്തവ്യം ഈ സദസ്സിന് സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് ബഹുമാന്യനായിട്ടുള്ള കേരളത്തിൻ്റെ വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി ശ്രീ P. രാജീവ് അവറുകളാണ്. ചെറിയ ഒരു കാലഘട്ടത്തിനുള്ളിൽ തന്നെ കേരളത്തിൻ്റെ വ്യാവസായിക മേഖലയിൽ എടുത്തു പറയാവുന്ന രൂപത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരികയും സംരംഭകർക്ക് പ്രതീക്ഷ നൽകുന്ന ഒട്ടേറെ ചുവടുവെപ്പുകൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്ത, ഇനിയുമേറെ കേരളത്തിൻ്റെ വ്യവസായ നഭോമണ്ഡലത്തിൽ പ്രതീക്ഷകൾക്ക് വകയുണ്ട് എന്ന് പുതിയ കാലക്രമത്തിനനുസരിച്ച് തെളിയിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി ശ്രീ P. രാജീവിനെ എല്ലാവർക്കും വേണ്ടി വളരെ സന്തോഷത്തോടു കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ MLA ഈ പരിപാടികളുടെയൊക്കെ ജീവാത്മാവും പരമാത്മാവും എന്ന് പറയാവുന്ന രൂപത്തിൽ ആദ്യാവസാനമുള്ള എല്ലാ സംഗതികളിലും നേരിട്ടിടപെടുകയും നേരിട്ട് അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ നമ്മൾ പരിപാടികൾ നടത്തുകയും ചെയ്യുമ്പോൾ ആ കാഴ്ചപ്പാടിനൊപ്പം നിൽക്കാനുള്ള അസുലഭ ഭാഗ്യമാണ് നമുക്ക് കൈവന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട നജീബ് കാന്തപുരം MLA പെരിന്തൽമണ്ണയുടെ പ്രതീക്ഷയായ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം നമുക്കായി നമ്മളുടെ മുഴുവൻ വീഥികളിലും നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മളെ കൈപിടിച്ചുയർത്തുന്നതിനാവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ, വ്യവസായ, കാർഷിക, അതുപോലെ തന്നെ ക്ഷേമ മണ്ഡലങ്ങളിലൊക്കെ തന്നെ കാഴ്ചപ്പാടോടുകൂടിയുള്ള കാൽവെപ്പുകൾ നടത്തുന്ന ബഹുമാന്യനായിട്ടുള്ള MLA എല്ലാവർക്കും വേണ്ടി സന്തോഷത്തോടു കൂടി ഇന്നത്തെ നമ്മുടെ ഈ ഉദ്ഘാടന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയങ്കരനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, കേരളത്തിൻ്റെ മുൻ വ്യവസായ, IT, സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്ന അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഈ പരിപാടിയിൽ എത്തിച്ചേരും. അദ്ദേഹമാണ് ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടി പോകുന്നത്. ആദരണീയനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ സ്റ്റേജിലേക്ക് കയറി വരികയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന് ആദ്യമായി 1990-കളിൽ അദ്ദേഹം വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത്, IT വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത്, സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ചുമതല ഉണ്ടായിരുന്ന കാലത്താണ് ഒരു വ്യവസായ നയം കൊണ്ടുവരുന്നത്. ആ വ്യവസായ നയത്തിന് പിന്നാലെ വന്ന IT മേഖലകളിലൊക്കെ ഉണ്ടായ പുരോഗതിയും പുതിയ കാൽവെപ്പുകളും കാഴ്ചപ്പാടിനുമനുസരിച്ച് കേരളത്തിനെ പാകമാക്കുന്നതിൽ നേതൃപരമായിട്ടുള്ള പങ്ക് വഹിക്കുകയും അദ്ദേഹം ചെയ്യുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അവിടെയൊക്കെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു കരുതലോടുകൂടി കേരളത്തിൻ്റെ അടുത്ത സ്വപ്നം വാഗ്ദാനം എന്ന് പറയുന്നത് ഇവിടുത്തെ വിദ്യാർത്ഥികളും യുവാക്കളുമാണ് എന്ന കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി, കണക്കുകൂട്ടലോടുകൂടി തൻ്റെ ഭരണ വൈഭവം തെളിയിക്കാൻ വേണ്ടി കിട്ടിയ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയ ആദരണീയനായ
PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ എല്ലാവർക്കും വേണ്ടി വളരെ സന്തോഷത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ അതിഥികളായിട്ടുള്ള ഇവിടെ എത്തുന്ന ഡോക്ടർ ആസാദ് മൂപ്പൻ MD ആസ്റ്റർ, DM ഹെൽത്ത് കെയർ, അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി MK റഫീഖ, പെരിന്തൽമണ്ണ നഗരസഭയുടെ ചെയർമാൻ ശ്രീ P ഷാജി, KSIDCയുടെ MD ശ്രീ ഹരികിഷോർ IAS, കിഫ്ബിയുടെ അഡീഷണൽ CEO ശ്രീ സത്യജിത്ത് രാജൻ IAS, നമ്മുടെ പ്രിയങ്കരനായ സൂപ്പി സാഹിബ്, ഏറെക്കാലം നമ്മുടെ ജനപ്രതിനിധി എന്നുള്ള നിലക്കും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ള നിലക്കും നമ്മുടെ കൂടെയുണ്ടായ, ഇവിടെ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ തന്നെ പുത്തൻ ഉണർവ് നൽകുന്ന രൂപത്തിലുള്ള പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ നേതാവ് നാലകത്ത് സൂപ്പി സാഹിബിനെ എല്ലാവർക്കും വേണ്ടി സന്തോഷത്തോടു കൂടി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയങ്കരനായ മുൻ MLA ശ്രീ V ശശികുമാർ, വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ CM മുസ്തഫ, ഏലംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ C സുകുമാരൻ, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ KT അഫ്സൽ, മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ KT ഇക്ബാൽ, പുലാമന്തോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി സൗമ്യ, താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KP സോഫിയ, മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ ഏലംകുളം ഡിവിഷൻ മെമ്പർ ശ്രീ KT അഷ്റഫ്, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി റഹമത്തുന്നീസ താമരത്ത്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഷഹർബാൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ AP സബാഹ്, നമ്മുടെ പെരിന്തൽമണ്ണയിലെ ഏറ്റവും തലമുതിർന്ന സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള ശ്രീ C സേതുമാധവൻ, ബഹുമാന്യനായിട്ടുള്ള ശ്രീ V ബാബുരാജ്, ബഹുമാന്യനായ AK നാസർ മാസ്റ്റർ, ശ്രീ E രാജേഷ്, ശ്രീ PP വാസുദേവൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് S അബ്ദുസലാം, പ്രിയപ്പെട്ട ഡോക്ടർ P ഉണ്ണീൻ, ഡയറക്ടർ മുദ്ര ഫൗണ്ടേഷൻ, പ്രിയപ്പെട്ട ശ്രീ ആനന്ദൻ അരഞ്ഞിക്കൽ, MM സക്കീർ ഹുസൈൻ, നാലകത്ത് ഷൗക്കത്ത്, ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ, പച്ചീരി ഫാറൂഖ്, KV ജോർജ്, അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, PTM മൂസു, പ്രസിഡന്റ് വ്യാപാരി ഏകോപന സമിതി, ഡീന ജേക്കബ്, ഡയറക്ടർ ഓപ്പൺ, സതീഷ് പിള്ള ഗൾഫാർ ഗ്രൂപ്പ്, ശ്രീ നബീൽ BNI, മഹനീയ സാന്നിധ്യം കൊണ്ട് ഇവിടെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിക്ക് ഇവിടെ അലങ്കരിക്കപ്പെട്ടുള്ള ശ്രീ നദീം സഫ്രാൻ, താര കാർട്ട്, ശ്രീ അക്ഷയ് എജുപോർട്ട്, ശ്രീ ഷംസുദ്ദീൻ അബേറ്റ് ഹോസ്പിറ്റൽ, ശ്രീ VA ഹസൻ ഫ്ലോറ ഗ്രൂപ്പ്, ശ്രീ മജീദ് വട്ടത്തൂർ സ്കെയിലപ്പ് വില്ലേജ്, ഇവിടെ നന്ദി പറയുന്ന ശ്രീ നദീം റഹ്മാൻ CEO സ്കെയിലപ്പ് കോൺക്ലേവ്. എല്ലാറ്റിനുമുപരി ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒരാഴ്ചയായി നടക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടിയിൽ നിരന്തരമായി എല്ലാ പരിപാടിയിലും പങ്കെടുത്ത ആളുകൾ നിരവധി ഇവിടെയുണ്ട്. നിങ്ങളുടെയൊക്കെ നിസ്സീമമായിട്ടുള്ള സഹകരണം കൊണ്ടും കൂട്ടായ്മ കൊണ്ടും ഒക്കെ തന്നെയാണ് ഈ പരിപാടികളൊക്കെ വിജയിച്ചു പോകുന്നതും. നിങ്ങളിലാണ് പ്രതീക്ഷ. നിങ്ങളെ കണ്ടുകൊണ്ടാണ് ബഹുമാന്യനായിട്ടുള്ള MLA അദ്ദേഹം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെയുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഏറെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരുപാട് പദ്ധതികൾ നമുക്ക് വേണ്ടി വെച്ച് നീട്ടുന്ന നമ്മുടെ MLAയുമായി അദ്ദേഹത്തിൻ്റെ എല്ലാ പരിപാടികളിലും സഹകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അതിനുവേണ്ടി ഈ പരിപാടിയും വിജയിപ്പിക്കാനായി നേരത്തെ കാലത്ത് ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങളെല്ലാവരെയും, അതുപോലെ തന്നെ ഇവിടുത്തെ വോളണ്ടിയർ കോർപ്പ്, അതുപോലെ തന്നെ ഈ പരിപാടികൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന വിവിധങ്ങളായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കൾ, എല്ലാറ്റിനുമുപരി മീഡിയ, എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മനോഹരമായിട്ടുള്ള പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ പ്രിയപ്പെട്ട MLA നജീബ് കാന്തപുരത്തിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വേദിയിലെ ആദരണീയരായ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രിയും ദിഷണാശാലിയുമായിട്ടുള്ള ശ്രീ P രാജീവ്, സമാദരണീയനായ മലബാറിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് കേരളത്തിൻ്റെ യുവത്വത്തെ പ്രാപ്തമാക്കിയ മുൻ വ്യവസായ മന്ത്രി ആദരണീയനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, വേദിയിലുള്ള സമാദരണീയരായ ജനപ്രതിനിധികൾ, സ്നേഹമുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, ശ്രീ ഹരികിഷോർ IAS അടക്കമുള്ള ഉദ്യോഗസ്ഥ പ്രമുഖർ,
നമ്മുടെ ഈ പ്രോഗ്രാം ഇത്ര മനോഹരമാക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് താങ്ങും തണലുമായി നിന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്പോൺസേഴ്സ്, അതുപോലെ ഈ ചടങ്ങ് ഇത്ര ഗംഭീരമായി നടത്താൻ 1.5 മാസക്കാലമായി നിതാന്ത ജാഗ്രതയോടെ ഊണുമുറക്കമൊഴിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട വളണ്ടിയേഴ്സ്, സ്നേഹനിധികളായ സഹോദരങ്ങളെ, മലബാറിൻ്റെ വാണിജ്യ ചരിത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 1-ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയ ആ ചരിത്രം ലോകത്തിൻ്റെ ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിച്ച കഥകളുടേതാണ്. അതിസാഹസികമായ യാത്രകളും പലായനങ്ങളും കുടിയേറ്റങ്ങളും അതിനെ സമ്പന്നമാക്കി. അറബികളും ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും പിന്നീട് ഇംഗ്ലീഷുകാരും മലബാറിൻ്റെ വ്യാപാര കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് യാത്ര ചെയ്തത്. ആ ചരിത്രത്തിൻ്റെ കണ്ണികളാണ് ഇപ്പോഴും മലബാറിലെ മനുഷ്യർ. അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന വ്യാപാരത്തിൻ്റെ പാരമ്പര്യമുണ്ട്. അതത് കാലത്ത് അത് നവീകരിക്കപ്പെടുകയും പരിഷ്കരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ലോഞ്ചുകളിലും പായ്ക്കപ്പലുകളിലും യാത്ര ചെയ്ത അതിസാഹസികരുടെ പിൻഗാമികളാണ് ഈ ഇരിക്കുന്ന മനുഷ്യരെന്നത് അഭിമാനത്തോടുകൂടി ഞാൻ പറയുകയാണ്. സുഗന്ധദ്രവ്യങ്ങളും കൗതുക വസ്തുക്കളും ലോകത്തിന് സമ്മാനിച്ച കച്ചവടക്കാരുടെ പിന്മുറക്കാരാണ് ഈ ഇരിക്കുന്നവരിലേറെയും. ലോകത്തെവിടെ പോയാലും ഒരു മലയാളിയെ കാണാം എന്ന് പറഞ്ഞത് അതിശയോക്തിപരമല്ല. എന്നാൽ ലോകത്തിൻ്റെ ഏത് ഒരു മുക്കിലും മൂലയിലും പോയാലും വ്യാപാര സമൂഹത്തെ കണ്ടാൽ അതിലൊരു മലബാരി ഉണ്ടാകും എന്നതും ഒരു വസ്തുതയാണ്. ഇന്ന് ട്രേഡിങ്ങിൻ്റെ കാലമാണ്, സംരംഭകത്വത്തിൻ്റെ കാലമാണ്. എട്ടക്കും ഫിൻടെക്കും ട്രാവൽ ടെക്കും മരങ്ങു വാഴുന്ന കാലഘട്ടമാണ്. ഈ കാലത്തെയും സമ്പന്നമാക്കാൻ മലബാറുകാർക്ക് കഴിയുന്നുണ്ട് എന്നത് ഏറ്റവും സവിശേഷമായ ഒരു കാര്യമാണ്. പെരിന്തൽമണ്ണയിൽ നിന്ന് പോലും ഉയർന്നു വന്ന വളരെ പ്രശസ്തമായ കമ്പനികളുടെ ഉടമകൾ ഈ വേദിയിലിരിക്കുന്നത് ഈ നാടിൻ്റെ അഭിമാനവും നാടിൻ്റെ ഒരു വലിയ വിജയത്തിൻ്റെ അടയാളവുമായി ഞാൻ കാണുകയാണ്. കേരളത്തിലെ ആദ്യത്തെ യൂണിക്കോൺ കമ്പനി മലബാറിൽ നിന്നാണ്, പെരിന്തൽമണ്ണയിൽ നിന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അനീഷ് അച്യുതൻ ഇവിടെയുണ്ട്. അനീഷിൻ്റെ ഓപ്പൺ കമ്പനിയാണ് കേരളത്തിലെ ആദ്യത്തെ യൂണിക്കോൺ എന്നത് പെരിന്തൽമണ്ണക്കാർക്കും മലബാറിലെ ആളുകൾക്കും മലയാളിക്കും അഭിമാനമാണെന്ന് സന്തോഷത്തോടെ ഞാൻ പറയുന്നു. അതിലേറെ ഈ പ്രോജക്റ്റിൻ്റെ ഇക്കോസിസ്റ്റം പാർട്ട്ണറായി പ്രവർത്തിക്കുന്നത് സ്നേഹനിധിയായ അനീഷ് അച്യുതനാണ് എന്നതും നമ്മെ ഏറെ പ്രചോദിപ്പിക്കുന്ന കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യവസായിയും അതിനോട് ചേർത്ത് പറയാൻ പറ്റുന്നവരാണ്. ഇവിടെ നമ്മുടെ അജ്ഫാൻ കുട്ടിക്ക വരെയുള്ള ആളുകളുണ്ട്. ഒരുപാട് നെറ്റ്വർക്കിങ്ങിലൂടെ അദ്ദേഹം ഗൾഫിലേക്ക് തന്നെ പോയിട്ടില്ല. അദ്ദേഹം പൂർണ്ണമായും ഇന്ത്യയിലാണ് അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് മുഴുവനും വികസിപ്പിച്ചത്. 180-ലേറെ ഔട്ട്ലെറ്റുകളിലേക്ക് പടർന്നു പന്തലിച്ച അജ്ഫാൻ ഗ്രൂപ്പിൻ്റെ പ്രിയപ്പെട്ട കുട്ടിക്ക വരെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നദീം സഫ്രാൻ ഉൾപ്പെടെയുള്ള ട്രേഡിംഗ് രംഗത്ത് വളരെ പ്രമുഖമായ ഇടപെടൽ നടത്തുന്ന വ്യക്തികൾ ഇവിടെയുണ്ട്. ഇനിയുള്ള കാലം സംരംഭകരുടേതാണ്. ലോകം ഒരു തുറന്ന വിപണിയായിരിക്കുകയാണ്. ഈ വിപണിയെ ബീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. പെരിന്തൽമണ്ണയിലെ മൗസി അവിൽ മിൽക്ക് മുതൽ 1000 ലീഫ് വരെ നീളുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇവിടെ നിന്ന് ഉദയം കൊള്ളുകയാണ്. നമുക്കിവിടെ നിന്ന് ലോകോത്തര ബ്രാൻഡുകളെ നിർമ്മിക്കാൻ സാധിക്കണം. ഈ കോൺക്ലേവ് അതിനുള്ളതാണ്. മലബാറിനെ ബ്രാൻഡ് ചെയ്യാനുള്ള യത്നം. ഈ വഴിയിൽ എൻ്റെ യാത്രയുടെ പ്രചോദനം നമ്മുടെ മുഖ്യാതിഥിയായി ഇവിടെ പങ്കെടുക്കുന്ന ആദരണീയനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണെന്ന് അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഞാൻ പങ്കുവെക്കുകയാണ്. അദ്ദേഹം വ്യവസായ മന്ത്രിയായിരിക്കെ കൊണ്ടുവന്ന കിൻഫ്രയും അക്ഷയ പദ്ധതിയും വ്യവസായ പാർക്കുകളും മലബാറിൻ്റെ വ്യവസായ മുന്നേറ്റത്തിലേക്കുള്ള വലിയ കാൽവെപ്പുകളായിരുന്നു എന്ന് ഇന്നും അഭിമാനത്തോടെ നമുക്ക് ഓർക്കാൻ സാധിക്കും. ഒട്ടനവധി ഇനീഷ്യേറ്റീവുകളും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം എനിക്ക് നൽകിയ അതിരറ്റ പിന്തുണയും എന്നെ ഇവിടെ നിൽക്കാൻ പ്രാപ്തമാക്കി എന്നതും ഒരു കടം വീട്ടലായി പറയാൻ ഞാൻ ഈ വേദി ഉപയോഗിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P. രാജീവ്, അദ്ദേഹത്തിൻ്റെ ഉപാധികളില്ലാത്ത പിന്തുണയാണ് ഇത്ര വലിയൊരു കോൺക്ലേവിന്
എനിക്ക് ധൈര്യം നൽകിയത്. മാസങ്ങളോളം ബഹുമാന്യനായ മന്ത്രിയുമായി ഈ ആശയങ്ങൾ പങ്കുവെക്കാനും ആ ആശയങ്ങൾക്കെല്ലാം ഗവൺമെൻറ്റിൻ്റെ സമ്പൂർണമായ സപ്പോർട്ട് ഉപാധികളില്ലാതെ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തതും പ്രിയപ്പെട്ട ബഹുമാന്യനായ മന്ത്രി ശ്രീ പി രാജീവാണ് എന്നതും സന്തോഷമുള്ള കാര്യമാണ്. മലബാറിലേക്ക് സ്റ്റാർട്ടപ്പുകളുടെ വഴി തുറക്കാനും സംരംഭകത്വം കേന്ദ്രമാക്കാനും അദ്ദേഹം KSIDCയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ടീമും എല്ലാം നമുക്ക് വലിയ തരത്തിൽ തന്നെ പിന്തുണ പകർന്നു നൽകിയിട്ടുണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, കേരള നോളജ് ഇക്കോണമി മിഷൻ, SAP തുടങ്ങി ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായി സ്കെയിലപ്പിനോട് ചേർന്ന് നിൽക്കുകയാണ്. ആദരണീയനായ മിനിസ്റ്റർ, അങ്ങയോട് ഏറെ നന്ദിയും കടപ്പാടുമുണ്ട്. മലബാറിൻ്റെ DNA വ്യാപാരത്തിൻ്റെയും സംരംഭകത്വത്തിൻ്റെതുമാണ്. അങ്ങ് മലബാറിന് പ്രത്യേകമായി ഒരു പാക്കേജ് ഈ വേദിയിൽ പ്രഖ്യാപിക്കണം എന്ന ഒരു റിക്വസ്റ്റ് കൂടി നൽകാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമ്മുടെ നാട് മാറാൻ സംരംഭങ്ങൾ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. കേരളം വ്യവസായ സൗഹൃദമല്ലെന്ന പിന്തിരിപ്പൻ വാദങ്ങളുടെ മുനയൊടിക്കാൻ അങ്ങേക്ക് സാധിക്കും. അതിന് മലബാറിനെ അങ്ങ് മുന്നിൽ നടത്തണം. കൂടെ നടക്കാൻ നൂറുകണക്കിന് ചെറുപ്പക്കാർ ഇവിടെയുണ്ട് എന്നത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പ്രതിഭാശാലികളായ സാഹസികരായ ചെറുപ്പക്കാരുടെ നാടാണ് മലബാർ എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. സംസ്ഥാന വ്യവസായ വകുപ്പിൻ്റെ 7 ഫോക്കസ് പില്ലേഴ്സ് ആണ് ഞങ്ങളുടെ ആധാരശിലയായി ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. 7 സ്തംഭങ്ങളും ഞങ്ങൾ ഇവിടെ സംസ്ഥാപിക്കും. അങ്ങയുടെ കലവറയില്ലാത്ത പിന്തുണ മാത്രം അതിനുണ്ടായാൽ മതിയെന്നാണ് എൻ്റെ അഭ്യർത്ഥന. നമ്മുടെ കുട്ടികൾ ഈ നാടിൻ്റെ സമ്പത്താണ്. അവരെ ഈ നാടിന് തന്നെ വേണം. മറ്റൊരു കാര്യം, നമ്മുടെ പ്രവാസികളായ സഹോദരങ്ങളാണ്. എത്ര കാലമായി അവരധ്വാനിക്കുന്നതെല്ലാം, മണലാരണ്യത്തിൽ അവരെടുക്കുന്ന കഠിനമായ പ്രയത്നങ്ങൾ, അവരെടുക്കുന്ന വിയർപ്പുകൾ, അതൊന്നും ഫലവത്തായി ആ ഇക്കോണമിയെ നമുക്ക് ഫലവത്തായി ഉപയോഗിക്കാൻ പലപ്പോഴും സാധിച്ചിട്ടില്ല. സമ്പൂർണമായി പ്രവാസി സമൂഹത്തിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ ടാപ്പ് ചെയ്ത് അത് മലബാറിൻ്റെ വ്യവസായത്തെ മാറ്റുന്ന തരത്തിലേക്ക് ഷേപ്പ് ചെയ്യുക എന്നത് ഈ ഒരു കോൺക്ലേവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ സംസ്ഥാന സർക്കാരിൻ്റെ ഇൻഡസ്ട്രിയൽ പോളിസി 2023 അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് പ്രവാസികളുടെ സംരംഭങ്ങൾക്ക് സർക്കാർ നൽകുന്ന പിന്തുണയാണ്. ഞങ്ങളത് ഏറ്റെടുക്കാം. ഈ കോൺക്ലേവിന് ശേഷം ഞങ്ങളൊരു വലിയ പ്രോജക്റ്റിലേക്ക് പോവുകയാണ്. യഥാർത്ഥത്തിൽ ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള നേതാക്കൾ ഞങ്ങൾക്ക് നൽകിയ വലിയ പിന്തുണ, ഈ ആശയത്തിന് നൽകിയ വലിയ പിന്തുണ ഞങ്ങളേറെ പ്രചോദിപ്പിക്കുകയാണ്. ബഹുമാന്യനായ നേതാക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം, ഇവിടെ നമുക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സ്കെയിലപ്പ് വില്ലേജ് എന്ന ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് രൂപം നൽകുന്ന കാര്യം കൂടി ഈ സദസ്സിന് അഭിമാനപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. ഈ നാടിൻ്റെ മുഖച്ഛായ മാറ്റാൻ നമുക്ക് കൂടെ നിൽക്കണം. അതിൻ്റെ മുൻനിരയിൽ ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഞങ്ങളുടെ ഉപദേശക സമിതിയുടെ ഭാഗമായി ഉണ്ട് എന്ന കാര്യം കൂടി ഞാനിവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സ്കെയിലപ്പ് വില്ലേജ് എന്ന ആശയം ഞങ്ങൾ കൊണ്ടുവന്നപ്പോൾ അതിന് കലവറയില്ലാത്ത പിന്തുണയുമായി അദ്ദേഹത്തിൻ്റെ സ്ഥലം ആദ്യം വിട്ടു നൽകുകയും അതിൽ മനോഹരമായ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സ്ഥാപിച്ച് അത് ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് കൈമാറുകയും ചെയ്തിട്ടുള്ള CK മജീദ് എന്ന പ്രവാസി വ്യവസായിയോടുള്ള കടപ്പാട് ഞാൻ ഇവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രവാസികളുടെ കാര്യം വളരെ സങ്കടകരമാണ്. മടങ്ങി വന്നവരാകട്ടെ അതിനേക്കാൾ വിഷമത്തിൽ കഴിയുകയാണ്. അവർക്കെല്ലാം നമുക്ക് തീർച്ചയായിട്ടും ഒരു ഇൻസൈറ്റ് കൊടുക്കാൻ സാധിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക്, വനിതകൾക്ക്, യുവാക്കൾക്ക്, സ്റ്റാർട്ടപ്പുകൾക്ക്, മാനുഫാക്ചറിങ് കമ്പനികൾക്ക് നമുക്ക് കരുത്തു പകരാൻ സാധിക്കണം. വികസനത്തിൽ കക്ഷി രാഷ്ട്രീയങ്ങളില്ല എന്ന് പ്രഖ്യാപിച്ചവരാണ് നമ്മൾ. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതിന് എനിക്കൊരു റോൾ മോഡലാണ്. വികസനത്തിൻ്റെ കാര്യത്തിൽ ഭരണത്തിലിരിക്കുന്ന കാലത്തും ഭരണത്തിന് പുറത്ത് നിൽക്കുന്ന കാലത്തും വികസനം എന്ന് പറയുന്നത് മനുഷ്യർക്ക് നൽകാനുള്ളതാണെന്നും അതിൽ കക്ഷി രാഷ്ട്രീയം കൊണ്ട് ഒരു തരത്തിലും മറകൾ സൃഷ്ടിക്കരുതെന്നും എന്നെ പഠിപ്പിച്ച നേതാവ് കൂടിയാണ് പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നതും ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് തുടങ്ങി വെച്ച യാത്രയ്ക്ക്
ആദരണീയനായ നമ്മുടെ മന്ത്രി പി രാജീവ് നടത്തുന്ന തുടർച്ച തീർച്ചയായും ഞങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് ഇവിടെ അറിയിക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായും ഈ നാട് വ്യവസായ വകുപ്പിൻ്റെ എല്ലാ പ്രൊജക്റ്റുകൾക്കും കൂടെ ഉണ്ടാകും. നിങ്ങൾ നൽകുന്ന നിർലോഭമായ പിന്തുണ തീർച്ചയായും അത് കേരളത്തിൻ്റെ വികസന പട്ടികയിൽ എഴുതപ്പെടുന്ന ഒരു പൊൻതൂവലായി തന്നെ ഞങ്ങൾ ഈ നാട്ടുകാർ തിരിച്ചു നൽകും എന്നുകൂടി ബഹുമാന്യനായ മന്ത്രിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്കൊരു നല്ല ചരിത്രം ഒരുമിച്ചുണ്ടാക്കാം എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ കോൺക്ലേവിന് ഇത് വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമകരമായ ജോലികൾ നിർവഹിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി കൂടി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന ആദരണീയനായ നമ്മുടെ പ്രിയപ്പെട്ട പി രാജീവ് മിനിസ്റ്ററെ ക്ഷണിക്കുന്നു സന്തോഷപൂർവ്വം. ബഹുമാന്യനായ അധ്യക്ഷനും ഈ സ്കെയിലപ്പ് കോൺക്ലേവിൻ്റെ ഉപജ്ഞാതാവും അതിൻ്റെ പ്രധാന സംഘാടകനുമായ പെരിന്തൽമണ്ണ MLA ശ്രീ നജീബ് കാന്തപുരം, ഏറെ ബഹുമാന്യനായ കേരളത്തിൻ്റെ മുൻ വ്യവസായ IT വകുപ്പ് മന്ത്രിയും പ്രതിപക്ഷ ഉപനേതാവുമായിട്ടുള്ള ശ്രീ PK കുഞ്ഞാലിക്കുട്ടി അവർകൾ, വേദിയിലുള്ള മറ്റ് ജനപ്രതിനിധികൾ, KSID CMDയും വ്യവസായ വകുപ്പിൻ്റെ ഡയറക്ടറുമായ ശ്രീ ഹരികിഷോർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സംരംഭകർ, സഹോദരി സഹോദരന്മാരെ, പുതിയ ആശയങ്ങളുമായി എത്തിയിട്ടുള്ള യുവജനങ്ങളെ, സുഹൃത്തുക്കളെ, ആദ്യം തന്നെ ഈ സ്കെയിലപ്പ് കോൺക്ലേവ് നിങ്ങളുടെ എല്ലാവരുടെ അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ മണ്ഡലങ്ങളിൽ ചില MLAമാർ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാരിൻ്റെ കാഴ്ചപ്പാടുമായി ചേർന്ന് നൂതനമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ ശ്രദ്ധേയമായ ഒന്നാണ് ശ്രീ നജീബ് കാന്തപുരം നേതൃത്വം നൽകുന്ന ഈ സ്കെയിലപ്പ് കോൺക്ലേവ്. അതിന് നേതൃത്വം നൽകിയതിന് അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇവിടെ ബഹുമാനായ മുൻ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ കുഞ്ഞാലിക്കുട്ടി അവർകൾ കൂടിയുണ്ട്. അദ്ദേഹവും കേരളത്തിൻ്റെ വ്യവസായ വളർച്ചയ്ക്ക്, പ്രത്യേകിച്ചും പശ്ചാത്തല സൗകര്യ വികസനത്തിന് ക്രിയാത്മകമായ നേതൃത്വം നൽകിയ വ്യക്തിത്വമാണ്. വ്യവസായ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ പല ഘട്ടങ്ങളിലും അദ്ദേഹവുമായി ഞാൻ ആശയവിനിമയം നടത്താറുണ്ട്. നല്ല നിർദ്ദേശങ്ങളെല്ലാം അദ്ദേഹം നൽകാറുണ്ട് എന്ന കാര്യവും ഈ തരുണത്തിൽ ഞാൻ ഓർക്കുകയാണ്. കേരളത്തിന് നല്ല സാധ്യതയുണ്ട് എന്നത് ഇപ്പോൾ പൊതുവെ അംഗീകരിക്കപ്പെട്ടു വരുന്നുണ്ട്. നേരത്തെ നമ്മൾ മോശമായിരുന്നില്ല, പക്ഷെ മോശം മാത്രമേ നമ്മളെല്ലാവരും കാണുകയുള്ളൂ എന്നതുകൊണ്ട് നല്ല കാര്യങ്ങൾ അധികം പുറത്തേക്ക് വരാതിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ എല്ലാം നമുക്കിവിടെ സാധ്യമാവില്ല. ഇപ്പോൾ ചിലർ ചോദിക്കും, ആ സംസ്ഥാനത്ത് 1,00,000 കോടിയുടെ വന്നില്ലേ, അവിടെ ഓട്ടോമൊബൈൽ വന്നില്ലേ, അവിടെ കെമിക്കലിൻ്റെ വന്നില്ലേ, ടെക്സ്റ്റൈൽ വന്നില്ലേ, ഇവിടെ എന്താ അത് വരാത്തത് എന്ന് ചോദിച്ചാൽ ഇവിടെ വരില്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം. ഇവിടെ നമുക്ക് വലിയ പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനവും കേരളം പോലും സംസ്ഥാനത്ത് സാധ്യമല്ല. പിന്നെ ഒരു 1000 ഏക്കർ ഭൂമി ഇപ്പം തരണം എന്ന് പറഞ്ഞ് ഒരാൾ വന്നാൽ, പ്രത്യേകിച്ച് അവരൊക്കെ നോക്കുക പോർട്ടിനോട് ചേർന്നാണ്, നമുക്ക് കേരളത്തിൽ അതും സാധ്യമല്ല. ഇപ്പോൾ BMW നേരത്തെ എനിക്കിവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ സമയത്താണത് ആദ്യം ചർച്ച വരുന്നത്. അവർ പോയതിൻ്റെ കാരണം പത്രങ്ങളിലൊക്കെ ഹർത്താൽ എന്നാണ് പറഞ്ഞതെങ്കിലും ഇപ്പോൾ ശ്രീ ബാലഗോപാൽ എഴുതിയ ബിയോണ്ട് ദ റഡാർ എന്ന പുസ്തകത്തിലും കാസിനോയുടെ ശ്രീ ജോസ് ഡൊമിനിക്കും അവർ നടത്തിയ 2 പരിപാടികളിൽ അവർ തന്നെ പറഞ്ഞ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അവരോട് ചോദിച്ചു, ഹർത്താലാണോ ഈ പ്രശ്നം നിങ്ങളുടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പല രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നവരാണ്, ഞങ്ങളുടെ ചില കമ്പനികളിൽ നിന്ന് ഒരു 100 കാറ് വന്നാൽ ഒരു 80 എണ്ണം പോർട്ടിലെത്തിയാൽ മെച്ചം എന്ന് കരുതുന്ന സ്ഥലത്തും ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ചില രാജ്യങ്ങളിൽ 100 എണ്ണം അവിടെ നിന്ന് വിട്ടാൽ 20 എണ്ണം വഴിയേ പോവും. അങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോലും ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾ ഇവിടെ കണ്ടൊരു ഗുണം അവർ പറഞ്ഞു,
അത് ഞങ്ങൾ തിരുവനന്തപുരം മുതൽ കൊച്ചി വരെ ബൈ റോഡാണ് വന്നത്. ഒരു സ്ഥലത്തും ബെഗേഴ്സ് ഇല്ല, സ്ട്രീറ്റിൽ മറ്റ് പ്രശ്നങ്ങളില്ല. ഷോപ്സിൽ നോക്കുമ്പോൾ എല്ലാ ബ്രാൻഡഡ് ഐറ്റം ഉണ്ട്. അപ്പോൾ അത് കൊച്ചി ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ഒരു സ്വീകരണമാണ്. അപ്പോൾ അതിലവർ പറയാണ്, ഇപ്പോൾ ഈ ഹോട്ടലിൽ തന്നെ നോക്കൂ, അതൊരു വലിയ റെസ്റ്റോറൻറ്റാണ്, നല്ല പർച്ചേസിങ് കപ്പാസിറ്റി ഒക്കെ ഉള്ളവർക്ക് പോകാവുന്ന, അല്ലെങ്കിൽ അത്ര അഫോർഡബിൾ ചെയ്യാവുന്നവർക്ക് പോകാവുന്ന ഹോട്ടലാണ്. ഇതിൽ മഹാഭൂരിപക്ഷം മലയാളികളാണ്. അത് മലയാളിയുടെ പർച്ചേസിങ് പവറിൻ്റെ ഒരു തെളിവാണ്. ഇത് ഞങ്ങളുടെ നല്ല മാർക്കറ്റാണ്. പക്ഷെ ഞങ്ങൾക്കൊരു 1000 ഏക്കർ പോർട്ടിനോട് ചേർന്ന് വേണം, അതിവിടെ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇത് അനുഭവസ്ഥർ പറഞ്ഞിട്ടും ഒരു പത്രത്തിൽ വന്നില്ല. പത്രത്തിൽ വന്നത് ഇവിടെ ആകെ പ്രശ്നമാണ്, ഹർത്താൽ പണി, ഇതുകൊണ്ടാണ് പോകുന്നത്. നമ്മുടെ ഒരു പൊതു പ്രശ്നം ഇതാണ്. നമുക്ക് വലിയ സ്ഥലം ആവശ്യമായത് കഴിയില്ല. പിന്നെ 2, കേരളത്തിൽ നമുക്കൊരു 100 ഏക്കർ ഏറ്റെടുക്കണമെങ്കിൽ ഒരു 500 പേരുടെ ഉടമസ്ഥാവകാശം വാങ്ങിക്കണം. ചില സംസ്ഥാനത്ത് 1000 ഏക്കർ എടുക്കാൻ ഒരാളോട് സംസാരിച്ചാൽ മതിയോ, അതിൽ 2 പേരെ മതിയായിരിക്കും. പിന്നെ നമ്മുടെ ലാൻഡ് വാല്യൂ വളരെ ഉയർന്നതാണ്. പിന്നെ നമുക്കാകെ ഇന്ത്യയുടെ 1.2% ഉള്ളൂ നമ്മൾ ലാൻഡ്, 2.8% പോപ്പുലേഷൻ ഉണ്ട്. നമ്മൾ മോശമല്ല. ഇന്ത്യൻ GDPയുടെ 4% കേരളമാണ്. നമ്മൾ കേരളം വളരെ പറഞ്ഞു നമ്മളെല്ലാവരും പ്രസംഗിക്ക് പറയും കൊച്ചു കേരളം. ഭൂമിശാസ്ത്രപരമായി നമ്മളിതിൽ കൊച്ചാണെന്നുള്ളൂ, ബാക്കി കാര്യങ്ങളിൽ അത്ര കൊച്ചൊന്നുമല്ല കേരളം. അപ്പോൾ ഈ 1.2% മാത്രം ഭൂമിയും 2.8% മാത്രം ജനസംഖ്യയുമുള്ള സംസ്ഥാനം ഇന്ത്യയുടെ GDPയുടെ 4% സംഭാവന ചെയ്യുന്നു. ഇന്ത്യയുടെ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രി ഒരു പ്രധാനപ്പെട്ട മേഖലയാണല്ലോ, എമർജിങ് ആയി വരുന്ന മേഖലയാണ്. കൂടുതൽ നമ്മൾ ഇമ്പോർട്ടിനെ ആശ്രയിക്കുന്ന മേഖല കൂടിയാണ്. ഇന്ത്യൻ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രിയുടെ ടേൺ ഓവറിൻ്റെ 20% ഇപ്പോൾ കേരളത്തിൽ നിന്നാണ്. 20%. അത് വളരെ അഭിമാനകരമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം 5 പുതിയ പ്രൊഡക്റ്റുകൾ കൊച്ചിയിൽ ലോഞ്ച് ചെയ്തു. മെയ്ഡ് ഇൻ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ കേരള. ആദ്യമായിട്ടാണ്. അത് ഡയഗ്നോസ്റ്റിക്കിനുള്ള ഉപകരണങ്ങളാണ്. അപ്പോൾ അവർ ജപ്പാനുമായി ചേർന്ന് പുതിയ ഒന്ന് കേരളത്തിൽ തന്നെ പ്രൊഡക്ഷൻ തുടങ്ങിയാണ്. ഇന്ത്യയിലല്ല, ഏഷ്യയിലല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനി ഇപ്പോൾ കേരളത്തിലാണ്. നേരത്തെ ഏഷ്യയിലായിരുന്നു, ഇപ്പോൾ ജപ്പാൻ ഏറ്റെടുത്ത് കുറേ കൂടി വലുതായതോടുകൂടി ഇപ്പോൾ അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ കൃത്രിമ പല്ല് ഉണ്ടാക്കുന്ന കമ്പനി എറണാകുളത്താണ്. ഇന്ത്യയിൽ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഹാർട്ട് വാൽവ് ഉണ്ടാക്കുന്ന കമ്പനി കേരളമാണ്. ശ്രീചിത്ര ഡെവലപ്പ് ചെയ്തു, കേരളമാണത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒത്തിരിയേറെ സ്ഥാപനങ്ങളുണ്ട് മെഡിക്കൽ ഡിവൈസിൽ. 20% കേരളത്തിൽ നിന്നാണ്. അപ്പോൾ ഇത് നമുക്ക് പറ്റിയ മേഖല. ഇങ്ങനെ കുറേ മേഖലകളാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. കാരണം നമ്മുടെ സ്ഥലം ഞാൻ പറഞ്ഞില്ല, 1.2% ഉള്ളൂ ലാൻഡ്. ഒരു സൈഡ് മുഴുവൻ പശ്ചിമഘട്ട നിയന്ത്രണങ്ങൾ, അടുത്ത സൈഡ് മുഴുവൻ തീരദേശ നിയന്ത്രണം, നടുക്കുള്ള സ്ഥലം തണ്ണീർത്തട നിയമം. ഇത് കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഈ 46% ഇന്ത്യയുടെ പ്ലാന്റേഷൻ കേരളത്തിലാണ്. ജനസംഖ്യ വനം അനുപാതം എടുത്താൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. ബാക്കിയുള്ള പരിമിതമായ സ്ഥലത്ത് വേണം താമസം, ഹോട്ടല്, ഹോസ്പിറ്റല്, വിദ്യാഭ്യാസം, ഇൻഡസ്ട്രി, കൊമേഴ്സ്യൽ, ഇതെല്ലാം നടത്താൻ ബാക്കിയുള്ള സ്ഥലമാണ്. ഈ ബാക്കിയുള്ള സ്ഥലം മാത്രമുള്ള കേരളത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുകളുള്ളത്. ഇത് നമ്മൾ ഈ ചെറിയ സ്ഥലത്താണ്. 4 സ്റ്റാർ ഹോട്ടലും ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. 3 സ്റ്റാർ ഹോട്ടലും ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. അതുകൊണ്ടാണ് കേരളത്തിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ വരവ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേരളത്തിലേക്കാണ്. ഇപ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ട കമ്പനികളുടെ ഒരു 10 പ്രോപ്പർട്ടികൾ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ടാജിൻ്റെ തന്നെ 4 മറ്റോ വരികയാണ്. അത് നമ്മൾക്ക് സാധാരണ ഇവിടെ ടാജ് വരുമോ എന്നൊക്കെ പ്രതീക്ഷിക്കാത്ത സ്ഥലത്താണ് ഇപ്പോൾ ടാജ്, ITC ഇവരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കേരളം മൊത്തത്തിലൊരു നഗരമാണ്. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. ഞങ്ങൾ പണ്ട് ഗ്രഗരം എന്ന് പറയും, ഗ്രാമ നഗരം കൂട്ടി ഗ്രഗരം എന്ന് പറയും. മൊത്തം ഒരു സിറ്റിയാണ് കേരളം. ഇപ്പോൾ പെരിന്തൽമണ്ണ ഒരു സിറ്റി തന്നെയാണ്. ഇപ്പോൾ ഇവിടെ സ്വാഗത പ്രാസംഗികൻ നല്ല മലയാളത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ മനോഹരമായിട്ട്. അതിൽ കാണാത്ത പൊട്ടൻഷ്യൽ, നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. എന്താ നമ്മുടെ പൊട്ടൻഷ്യൽ? നമ്മുടെ പൊട്ടൻഷ്യൽ ഹൈലി സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സസ്. കഴിഞ്ഞ ഒരു വർഷം മുമ്പ്, ഒരു വർഷം തന്നെ
22 സെപ്റ്റംബറിൽ IBMൻ്റെ ക്യാമ്പസ് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം പോയതിനു ശേഷം ഞാൻ അവരുമായിട്ട് ഇൻട്രാക്റ്റീവ് സെഷൻ ഉണ്ടായി. ഇപ്പോൾ 100 പേരാണ് പരമാവധി റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സീനിയർ വൈസ് പ്രസിഡന്റ് പറഞ്ഞു, സാറ് തുടരുമോ ഇല്ലെന്ന് ഇപ്പം ഞാൻ പറയില്ല. പോളണ്ടിൽ ഞങ്ങൾ തുടങ്ങിയിട്ട് അത് മുന്നോട്ട് പോയിട്ടില്ല. ഇവരിലാണ് ഇരിക്കുന്നത്. ഇവരെങ്ങനെയാണ് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഭാവി. അവിടെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ 2400 പേർ റിക്രൂട്ട് ചെയ്തവർ. ഈ 2024 3000 പേർ റിക്രൂട്ട് ചെയ്യും മൊത്തം, ഈ 2400 ഉൾപ്പെടെ. ശരാശരി ശമ്പളം 20 ലക്ഷം രൂപയാണ് വാർഷികം. 3000 പേർക്ക് 20 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷം 600 കോടി രൂപ ശമ്പളം കൊടുക്കുകയാണ്. നമ്മൾ വലിയൊരു ടെക്സ്റ്റൈൽ മില്ല് തുടങ്ങിയാൽ, ഗാർമെൻറ്റ് ഫാക്ടറി, ഇപ്പോൾ ചിലരുടെ നിന്ന് പോകുന്നുണ്ടല്ലോ, അതേപോലെയൊക്കെ തുടങ്ങിയാൽ ഒരു 10,000 പേർക്ക് ജോലി കിട്ടിയാലും 90% മൈഗ്രൻ്റ് ലേബർ ആയിരിക്കും. നമ്മുടെ ആളുകൾ അവിടെ പോയി ജോലി ചെയ്യില്ല. ഒരു 10,000 രൂപ ശരാശരി ശമ്പളം 120 കോടിയാണ് ഒരു വർഷം. അപ്പോഴാണ് 3000 പേർ 600 കോടി. ഈ 3000 പേരുടെ പ്രത്യേകത, അവർ താമസിക്കുന്നു, വരുന്നു. അപ്പോൾ സ്വിഗ്ഗി പോണവരുടെ എണ്ണം കൂടും, വണ്ടി ഓടിക്കുന്നവരുടെ എണ്ണം കൂടും, ഒരു 5 ഇൻഡയറക്റ്റ് ജോലികൾ സൃഷ്ടിക്കപ്പെടും ഇതിൻ്റെ ഭാഗമായി. ഇത് സമ്പദ്ഘടനയെ ചലിപ്പിക്കും. അപ്പോൾ IT നമുക്ക് ഏറ്റവും, ഇപ്പോൾ എല്ലാ പ്രധാനപ്പെട്ട കമ്പനികളും വന്നു കഴിഞ്ഞു. ഇപ്പോൾ കോഗ്നിസെൻ്റ് വന്നു, നേരത്തെ ഇവർ പല US ടെക്നോളജി നേരത്തെ ഉണ്ട്. എല്ലാ പ്രധാന കമ്പനികളും ഇപ്പോൾ കേരളത്തിലുണ്ട്. TCSൻ്റെ 37 ഏക്കറിലെ ക്യാമ്പസാണ് ഇപ്പോൾ കൊച്ചിയിൽ നിർമ്മാണം തുടങ്ങുന്നത്. 37 ഏക്കറിൽ. ടാറ്റ എലക്സിയുടെ 60% വർക്ക് ഫോഴ്സ് ഇപ്പോൾ കേരളത്തിലാണ്. IBMൻ്റെ പ്രത്യേകത അവർ പറഞ്ഞു, റിവേഴ്സ് മൈഗ്രേഷൻ ഈസ് ഹാപ്പനിങ്. 200 പേർ നേരത്തെ നമ്മൾ അങ്ങോട്ടാണല്ലോ തിരിച്ചു വന്നിരിക്കുന്നു. അതിലൊരു 16 പേർ അമേരിക്കയിൽ നിന്നാണ്, ബാക്കി കേരള ഇപ്പോൾ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ. എന്തുകൊണ്ട് ഇവർ ഇത്രയും വർദ്ധിക്കാൻ കഴിഞ്ഞു? അവർ ഫാസ്റ്റ് ഗ്രോവിങ് സെൻറ്റർ ഓഫ് IBM എന്ന് പറഞ്ഞു കൊച്ചി. അതിന് കാരണം 2 പ്രൊഡക്റ്റുകൾ ലോകോത്തര നിലവാരത്തിൽ ഒരു വർഷത്തിനുള്ളിൽ ഈ സെൻറ്ററിൽ നിന്നുണ്ടായി. ഡെൽറ്റ എയർലൈൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇവർ ഡെവലപ്പ് ചെയ്ത മെയ്ഡ് ഇൻ കൊച്ചിയാണ്. ഫേസ്ബുക്കിൻ്റെ തന്നെ AI ബേസ്ഡ് ആയിട്ടുള്ള ടൂള് അത് കൊച്ചിയിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. അവർ മലയാളിയാണ്. നമ്മുടെ അയാളെന്നൊരു മാധ്യമം അവതരിപ്പിക്കില്ല. വളരെ നല്ല 5 പേരെ ലോകത്തുനിന്ന് ഫേസ്ബുക്ക് ഇതിനു വേണ്ടി ഇരുത്തിയപ്പോൾ അവിടെ സ്ഥാനം കിട്ടിയത് ഈ കൊച്ചി സെൻറ്ററിലെ മലയാളിക്കാണ്. അപ്പോൾ ഇത് IT നമുക്ക് നല്ല സാധ്യതയാണ്. അതാണ് നേരത്തെ ഇവിടെ ബഹുമാന MLA സൂചിപ്പിച്ചത് നമ്മുടെ പോളിസി. ആ പോളിസി 22 പ്രയോറിറ്റി സെക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഇൻ്റർനാഷണൽ കോൺക്ലേവ് IBMമായി ചേർന്ന് ജൂലൈയിൽ കൊച്ചിയിൽ സംഘടിപ്പിക്കാൻ പോവുകയാണ്. മെഷീൻ ലേണിംഗ്, ബിഗ് ഡാറ്റ അനാലിസിസ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, റോബോട്ടിക്സ്, ഇങ്ങനെ പുതിയ മേഖലകൾ. പിന്നെ മെഡിക്കൽ ഡിവൈസസ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഇലക്ട്രോണിക്സിലിപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നെസ്റ്റിൻ്റെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അറിയാം. അവരുടെ വലിയ സിറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് തുടങ്ങിയ കളമശ്ശേരി കിൻഫ്ര പാർക്കിൽ ഇപ്പോൾ അവസാന രൂപത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നെസ്റ്റിൻ്റെ നല്ല രീതിയിലാണ് അത് വരുന്നത്. കെൽട്രോൺ അതിന് നല്ലൊരു എക്കോസിസ്റ്റം അതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇലക്ട്രോണിക്സ് ഒരു പ്രധാന മേഖലയാണ്. ഫാർമസ്യൂട്ടിക്കൽസ് ഒരു പ്രധാന മേഖലയാണ്. അതോടൊപ്പം തന്നെ ഹൈടെക് ഫാമിംഗ്, അതും നമുക്ക് കുറച്ച് സ്ഥലത്ത് കൂടുതൽ കൃഷിയും കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകണം. ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ്, ഇതാണ് ഒരു മേഖല. പിന്നെ നമുക്ക് കേന്ദ്രീകരിക്കുന്നത് MSME. 1 ലക്ഷം സംരംഭം എന്ന് പറഞ്ഞപ്പോൾ മലപ്പുറത്ത് തുടങ്ങിയത് അത്രയില്ല, 3-4 കുറവാണെന്നൊക്കെ പറഞ്ഞ് വലിയ ക്യാമ്പയിനൊക്കെ പത്രങ്ങൾ വന്നല്ലോ. അപ്പം ഞങ്ങൾ ജിയോ ടാഗിങ് നടത്താൻ പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ മിക്കവാറും 99% പോയി, ഏകദേശം എല്ലാം ജിയോ. ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ജിയോ ടാഗിങ് ആണ്. തുടങ്ങുമ്പോൾ MSME ആദ്യത്തെ വർഷം തന്നെ 30% പൂട്ടിപ്പോകും. അതാണ് ഇന്ത്യയുടെ ഒരു പൊതുചിത്രം. നമ്മളത് പരമാവധി കുറയ്ക്കാൻ നോക്കി. ഇപ്പോൾ നമ്മുടെ 15 താഴെയാണ്, അല്ലേ? 15% താഴെയാണ്. നമ്മൾ MSME ക്ലിനിക്ക് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളൊരു സംരംഭം തുടങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു, ടെക്നിക്കലാകാം, മാനേജ്മെൻ്റ് ആകാം, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആകാം, ഏതെങ്കിലും പ്രശ്നം വന്നാൽ ഉടൻ തന്നെ ക്ലിനിക്കിൽ പോവാം. ലക്ഷണം കാണുമ്പോൾ കൂട്ടുകാർ സിക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷപ്പെടുത്താൻ അത്ര എളുപ്പമാവില്ല. എല്ലാ ജില്ലയിലുണ്ട് ഒരു പാനൽ ഓഫ് എക്സ്പെർട്സ് ആൻഡ് പാനൽ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അവിടെ നിന്ന് നിങ്ങൾക്ക് എക്സ്പെർട്ട് ഒപ്പീനിയൻ തേടാം. ഗവൺമെൻറ് അവരുടെ ഓണറേറിയം ഗവൺമെൻറ് റീഇംബേഴ്സ് ചെയ്യും. പിന്നെ എല്ലായിടത്തും CAA ICAയുടെ ഒരു ഹെൽപ്പ് ഡെസ്ക്,
എങ്ങനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക. ചിലർ എടുത്ത് ചാടി തുടങ്ങും, ഇതൊന്നും അറിയില്ലായിരിക്കും. GST റിട്ടേൺസ്, അതിന് പ്രത്യേകമായ സഹായം. പിന്നെ ONDC സപ്പോർട്ടുള്ള മാർക്കറ്റിംഗ് സംവിധാനം, സ്റ്റോറുകൾ പ്രത്യേകം ആ പ്രദേശത്തുള്ള ഒരു സംവിധാനം. അങ്ങനെ ഇപ്പോൾ 2,17,000-ഓളം സംരംഭങ്ങൾ 2 വർഷം കൊണ്ട് കേരളത്തിൽ തുടങ്ങി. അതിൽ 65,000-ഓളം വുമൺ ഓൺടർപ്രനേഴ്സാണ്. എല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ്. 65,000 സ്ത്രീ സംരംഭകരാണ്. അപ്പോൾ അവർ നമ്മൾ ശക്തിപ്പെടുത്തി കൊണ്ടുപോകുന്നു. പിന്നെ ഇപ്പോൾ സ്കെയിലപ്പ് പോലെ ഗവൺമെൻറ് മിഷൻ 1000, ഒരു 1000 MSMEകൾ, ശരാശരി 100 കോടി ടേൺ ഓവർ. അപ്പോൾ 1 ലക്ഷം കോടി ടേൺ ഓവറുള്ള 1000 സ്ഥാപനങ്ങൾ. ഇതാണ് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്. ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് പ്രോസസ്സ്. അതിൽ ഗവൺമെൻറ് ഉണ്ട്, ബാങ്കിൻ്റെ പ്രതിനിധിയുണ്ട്, അവരെല്ലാവരും കൂടി ഇപ്പോൾ നമ്മൾ 87 അല്ലേ 88 എണ്ണം നമ്മളിപ്പോൾ തിരഞ്ഞെടുത്തു. 1000-ൻ്റെ ആദ്യത്തെ ഇപ്പോൾ ഓപ്പണാണ്. എല്ലാവർക്കും പോയിന്റ് നോക്കുമ്പോൾ അറിയാം ഞങ്ങൾക്ക് കിട്ടുമോ കിട്ടില്ലെന്ന്. അവർക്ക് DPR തയ്യാറാക്കാം. അവർ വർക്കിംഗ് ക്യാപിറ്റൽ, ഇതിൻ്റെ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള വർക്കിംഗ് ക്യാപിറ്റൽ എടുക്കുമ്പോൾ 50% ഇൻട്രസ്റ്റ് ഗവൺമെൻറ് വഹിക്കും, 50 lakhs വരെ. 2 കോടി നമ്മൾ അവരുടെ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റിന് ഇൻസെൻറ്റീവ് കൊടുക്കും. അങ്ങനെ 3 വർഷം കൊണ്ട് ഒരു 1000 സ്ഥാപനങ്ങളെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് മിഷൻ 1000-ൻ്റെ ഭാഗമായിട്ടുള്ളത്. അതും നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ വ്യവസായ മേഖലയിലുള്ള ഈ മാറ്റം. പിന്നെ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക്, 1 വർഷം തികയുമ്പോഴേക്കും നമ്മൾ 17 പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്കിന് പെർമിറ്റ് കൊടുത്തു കഴിഞ്ഞു. അതിൽ 2 എണ്ണം മലപ്പുറം ജില്ലയിലാണ്. ഇനി അടുത്ത 3 എണ്ണം കൂടി മലപ്പുറം ജില്ല. ഇപ്പോൾ നജീബ് കാന്തപുരം പറഞ്ഞല്ലോ പ്രത്യേക പാക്കേജ് വേണമെന്ന്. പ്രത്യേക പാക്കേജ് എന്നൊക്കെ പറഞ്ഞാൽ ഈ സംരംഭകത്തൊക്കെ പിടിച്ച് പുറകെ നിൽക്കുന്നവർക്ക് ഒരു പാക്കേജും ഇല്ലാതെ ഇടിച്ചു കയറാൻ പറ്റുന്നവരാണ് മലപ്പുറം ജില്ലയിലുള്ള ആളുകൾ എന്നതുകൊണ്ട് നിങ്ങളുടെ ഈ പൊതു പദ്ധതിയിൽ നിന്ന് നമുക്ക് എല്ലാവിധത്തിലുള്ള സഹായവും നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പം അതിൽ ഈ വർഷം മാർച്ച് 31 ആകുമ്പോൾ ഇലക്ഷൻ്റെ ഡേറ്റ് വന്നാൽ ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സാങ്കേതികത്വം വരും. അല്ലെങ്കിൽ ഞാൻ കണക്കാക്കുന്നത് 30 പ്രൈവറ്റ് പാർക്ക് കേരളത്തിൽ വരും. ഒറ്റ വർഷം കൊണ്ട് 30 പ്രൈവറ്റ് പാർക്ക് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 400-450 ഏക്കർ ഭൂമി ഇൻഡസ്ട്രിയിലായി. അതിന് ആദ്യത്തെ ഞാൻ ഉദ്ഘാടനം ചെയ്തു പാലക്കാട്. അപ്പോൾ സ്വാഗത പ്രസംഗത്തിൽ അവിടുത്തെ ഈ പാർക്കിൻ്റെ ഡെവലപ്പർ പറഞ്ഞു, സാർ 1 വർഷത്തിനുള്ളിലെങ്കിലും ഞങ്ങൾക്ക് ഇത് ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ട് നോട്ടിഫൈ ചെയ്ത് പ്രഖ്യാപിച്ച് തരണം. ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് ജിയോ കൈ കൊടുത്തു നോട്ടിഫിക്കേഷൻ. അത് അവിടെ വെച്ച് തന്നെ ഇൻഡസ്ട്രിയൽ പാർക്കായി നോട്ടിഫൈ ചെയ്തു. സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് ഓരോ പാർക്കിനും, സ്വകാര്യ പാർക്കിന് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ്. അപ്പോൾ അവർക്ക് തന്നെ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ അങ്ങോട്ട് പൈസ കൊടുക്കും 3 കോടി രൂപ വരെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന്. ബാക്കി അവർക്ക് നടത്താം, അവർക്ക് അലോട്ട് ചെയ്യാം. ഗവൺമെൻറ് ഇടപെടില്ല. ഗവൺമെൻറ് ആകെ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് ഉണ്ടാവും. ഏത് വ്യവസായമാണോ നിയമപ്രകാരം അവിടെ നടത്താൻ പറ്റുന്നത് ആ വ്യവസായം എല്ലാം അവർക്ക് അലോട്ട് ചെയ്യാം. അങ്ങനെ 30 എണ്ണം ഇപ്പോൾ വരികയാണ്. ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് അടുത്ത് ഞങ്ങളുടെ കാഴ്ചപ്പാടാണ്. ഇപ്പോൾ കോളേജുകൾ ഒത്തിരിയുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജാകാം, ആർട്സ് കോളേജാകാം, യൂണിവേഴ്സിറ്റി. ഒരു കോളേജ് തുടങ്ങാൻ ഇപ്പോൾ UGC പ്രകാരം 10 ഏക്കർ വേണം, അല്ലെങ്കിൽ AICT പ്രകാരം എത്ര 15 വേണം, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് 25, എത്രയോ. അത് കഴിഞ്ഞിട്ട് ബാക്കി സ്ഥലമുണ്ടോ? നിങ്ങൾക്ക് 5 ഏക്കർ കൂടുതലുണ്ടോ? ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ പാർക്കിൻ്റെ ലൈസൻസ് നൽകും. അവിടെ ആ ക്യാമ്പസിലുള്ള റിസർച്ച് ഔട്ട്കമ്മിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന് പ്രയോറിറ്റി കൊടുക്കാം. MG യൂണിവേഴ്സിറ്റി അവരാണ് ആദ്യം ഞങ്ങളുടെ അടുത്ത് വന്നത്. നാനോ ഫെർട്ടിലൈസർ അവർ ഡെവലപ്പ് ചെയ്തു, അതിനോട് പ്രയോറിറ്റി അവർക്ക് കൊടുക്കാം. പിന്നെ പ്രൊജക്ട്സ് ഉണ്ടാവും ഫാക്കൽറ്റിയുടെ, അതിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അലുമിനിക്ക് കൊടുക്കാം, അല്ലാത്തവർക്കും കൊടുക്കാം. ഒരു ബയോടെക് കമ്പനി, ആ ബയോടെക് കമ്പനി ഈ കോളേജിലെ കുട്ടി ബയോടെക്നോളജിയോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗോ പഠിക്കുന്ന കുട്ടി അവിടെ ജോലി ചെയ്യുന്നു. പഠിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഇവിടെ ശമ്പളം കിട്ടുന്നതോടൊപ്പം അവിടെ ഒരു ക്രെഡിറ്റ് കൊടുക്കാം കോളേജിൽ, അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോകണമെന്ന് പറയില്ലേ? ഒരു കേരളത്തിൽ ചിലർ കരുതുന്ന കേരളം വളരെ പുറകിലാണ് കേട്ടോ. ആന്ധ്ര, തെലങ്കാന, പഞ്ചാബ്, മഹാരാഷ്ട്ര, കർണാടക എല്ലാം കഴിഞ്ഞിട്ട് ആദ്യത്തെ 10ൻ്റെ അവസാനത്തിലെ കേരളത്തിൽ നിന്ന് പുറത്തു പോകുന്ന കുട്ടികളുള്ളൂ. നമ്മൾ പക്ഷേ കേരളത്തിലുള്ള പത്രങ്ങൾ എഴുതുന്ന കണ്ട് ഇവിടെ നിന്നേ പോകുന്നുള്ളൂ എന്നാണ്. 5-1 ആന്ധ്രയും തെലങ്കാനയും കൂടിയാൽ ഇന്ത്യയിൽ നിന്ന് പോകുന്നതിന് 5-1 അവിടെ നിന്നാണ്.
നിങ്ങൾ ഇപ്പോൾ കുറേ ഫിൻടെക് പോലെ ടെക്കും കൺസൾട്ടൻസിക്കാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അവരോട് ചോദിച്ചറിയാം ഏറ്റവും കൂടുതൽ പോകുന്ന സ്റ്റേറ്റുകൾ ഏതാണെന്ന്. നമ്മുടെ ധാരണ ഇവിടെ നിന്ന് മാത്രമേ പോകണല്ല, എല്ലായിടത്തും പോകുന്നുണ്ട്. അവർ പണ്ടൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്താണ് എവിടെ പോകാമെന്ന് ആരും ചോദിച്ചാൽ MIT, യേല്, ഹാർവാർഡ്, കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് ഇങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും മനസ്സിലേക്ക് വരിക. ഇപ്പോൾ കുട്ടികളോട് നിങ്ങൾ ചോദിച്ചാൽ എവിടെ പോകണു? കാനഡയിൽ പോകണു, UK പോകണു. അല്ല, അവിടെ പോവാണ്. ഏത് യൂണിവേഴ്സിറ്റി? അത് പ്രശ്നമല്ല. ചെന്ന് കഴിഞ്ഞാൽ ആദ്യം അന്വേഷിക്കുന്നത് എന്തായിരിക്കും? പാർട്ട് ടൈം എവിടെ കിട്ടും? കാരണം ഒരു വർഷത്തെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ലോൺ എടുത്തിട്ടാണ് പോണത്. ബാക്കി അവിടെ കിട്ടിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഇവിടെയും ഇതുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് കേരളം. നിങ്ങളിപ്പോൾ സ്വീഡനിൽ പോയി അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ കൺട്രിയിൽ പോയി, നിങ്ങൾക്ക് 2.5 മാസം 3 മാസം പുറത്തിറങ്ങി നടക്കാൻ പറ്റുള്ളൂ. ബാക്കി വീട്ടിലിരുന്നോളണം, കാലാവസ്ഥ സമ്മതിക്കില്ല. ലോകത്തൊരിടത്തും ഈ 365 ദിവസം ജോലി ചെയ്യാവുന്ന സ്ഥലമില്ല. ഇതുപോലെ മനോഹരമായ ക്ലൈമറ്റ് ഇല്ല. വർക്ക് ഫ്രം കേരള. ഞാൻ സ്വീഡനിൽ പോയപ്പോൾ അവരോട് നിങ്ങൾ 3 മാസം നിങ്ങളുടെ നാട്ടിൽ ജീവിച്ചിട്ട് ബാക്കി 9 മാസം ഞങ്ങളുടെ നാട്ടിലൊന്ന് ജോലി ചെയ്തു, സിസ്റ്റമായിട്ട് അങ്ങോട്ട് വന്നാൽ മതില്ല, ഞങ്ങൾ ഹൈ സ്പീഡ് കണക്ടിവിറ്റി നൽകാം. അപ്പോൾ ഇത് കേരളത്തിൽ തന്നെ ഈ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക്, ഈ IBMൻ്റെ അവരോട് ഞാൻ ഇൻട്രാക്ട് ചെയ്തപ്പോൾ പറഞ്ഞു, നമുക്ക് കുറേ പേര് ബാംഗ്ലൂരിൽ നിന്ന് വന്നവരുണ്ട്. നിങ്ങൾ ബാംഗ്ലൂർ ജോലി ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു പൊറോട്ടയും ബീഫും കഴിക്കണം ആലോചിച്ച് തുടങ്ങിയാൽ പിന്നെ പ്രോഗ്രാം എഴുതാൻ പറ്റില്ല. കേരളത്തിൽ തോന്നി ഞങ്ങൾക്ക് ബൈക്ക് എടുത്തിട്ട് ഏത് തട്ടക്കടയിൽ പോയിട്ട് ഏത് സമയത്തും പൊറോട്ടയും ബീഫും കഴിക്കാം, ടെൻഷനില്ല. ഇവിടെ മാത്രം സാധ്യമായ ചില കാര്യങ്ങളാണ് സൗകര്യമായിട്ട്. ഇല്ലെങ്കിൽ അമേരിക്ക ജോലി ചെയ്യുന്നവർക്കാണ് ഇടയ്ക്ക് വിളി വരും, അമ്മയ്ക്ക് മുത്തശ്ശി, അമ്മാവും അല്ലെങ്കിൽ വാപ്പ, ഉമ്മ, എന്തെങ്കിലും ടെൻഷൻ. ഇത് വേണ്ട, ഇത് അവിടെ നിന്ന് വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ജോലി ചെയ്യുമ്പോൾ ഇവിടെ വന്നിട്ട് അവരുടെ മടി കിടന്നിട്ട് നിങ്ങൾക്ക് പ്രോഗ്രാം എഴുതാൻ പറ്റും. കേരളം വളരെ യൂണിക്കാണ് ഈ കാര്യത്തിൽ, ഇത്രയും സാധ്യതയുണ്ട്. അതാണ് നമ്മൾ ഈ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക്, ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക്. ഇനിയിപ്പോൾ സഹകരണ ഇൻഡസ്ട്രിയൽ പാർക്ക്, സഹകരണ ബാങ്കുകൾ, അവർക്ക് വ്യവസായ പാർക്ക് കൊടുക്കാം, അവർക്ക് തന്നെ അലോട്ട് ചെയ്യാം. അവർക്ക് ഡെപ്പോസിറ്റ് ഉണ്ട്, ഫണ്ട് ഉണ്ട്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാം. അവർക്ക് ഇൻഡസ്ട്രി തുടങ്ങാം, സഹകരണ സംരംഭങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കാം. മറ്റുള്ളവർക്ക് പെരിന്തൽമണ്ണ സഹകരണ ബാങ്കുകളുണ്ട്, അവരൊരു 10 ഏക്കർ വേണ്ട, ഞങ്ങൾ കുറച്ച് കുറയ്ക്കുകയാണ്. പ്രൈവറ്റ് നമ്മൾ 7 ഏക്കർ സഹകരണ ബാങ്കുകൾക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ ലീസിനെടുത്താൽ മതി ഒരു നീണ്ട കാലത്തേക്ക്. നമ്മളൊരു ഇൻസെൻറ്റീവ് അവർക്ക് കൊടുക്കും, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഇൻഡസ്ട്രിയൽ സ്റ്റാറ്റസ് കൊടുക്കും, നോട്ടിഫിക്കേഷൻ ചെയ്യും, സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് കൊടുക്കും. അപ്പോൾ സഹകരണ പാർക്കുകൾ, എല്ലാ ജില്ലയിലും സഹകരണ പാർക്കുകൾ. ഇങ്ങനെയുള്ള രീതിയിലൂടെ കേരളത്തിൽ പിന്നെ വലിയ സംരംഭങ്ങൾ നമുക്ക് മെഡിക്കൽ ഡിവൈസ്, മറ്റു മേഖല, പിന്നെ സ്റ്റാർട്ടപ്പ്, അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്ന പ്രധാനം. സ്റ്റാർട്ടപ്പ് ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ഓപ്പൺ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അവർ നമ്മുടെ അഭിമാനമാണ്. അവരെ ഞാൻ പ്രത്യേകം സർക്കാരിന് വേണ്ടി അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അവരോട് ഞാൻ പറഞ്ഞു കുറേ കൂടി നിങ്ങൾ കേരളത്തിൽ ഇനിയും കേന്ദ്രീകരിക്കണം എന്ന് ഞാൻ ഫോണിൽ വിളിച്ചപ്പോൾ പറയുകയുണ്ടായി. ഞാൻ അവരെ വിളിച്ചെന്നു അല്ലേ അന്ന് ഫസ്റ്റ് ഡേ. അതെ, ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ മലപ്പുറം 3-4 പരിപാടി കഴിഞ്ഞ്, തൃശ്ശൂർ പരിപാടി കഴിഞ്ഞ്, പിന്നെ പാലക്കാട് വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ജെൻ റോബോട്ടിക്സ്, അവരുടെ പുതിയ സംവിധാനം എന്ന് കല്ലിടാൻ പോവാണ് പാലക്കാട് വൈകിട്ട്. ഇന്ത്യയിൽ ബെസ്റ്റ് 3 AI ബേസ്ഡ് സ്റ്റാർട്ടപ്പിൽ ഒന്ന് കേരളത്തിൽ നിന്നാണ് ജെൻ റോബോട്ടിക്സ്. ഫിൻലാൻഡിലാണ് നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസം പഠിക്കാൻ എല്ലാവരും പോകുന്നത്. ഫിൻലാൻഡ് തിരഞ്ഞെടുത്ത എഡ്യു സ്റ്റാർട്ടപ്പ് മലപ്പുറത്ത് നിന്നാണ്, ഇൻ്റർവെൽ. അതും അപ്പോൾ സ്റ്റാർട്ടപ്പ്, നമ്മുടെ ചെറുപ്പക്കാർ നല്ല നല്ല ആശയങ്ങളുള്ളവരാണ്. അപ്പോൾ അതിന് ഇവിടെ തന്നെ നമ്മുടെ ബെസ്റ്റ് പെർഫോമറായി ഇപ്പോൾ കേരളത്തിന് സ്റ്റാർട്ടപ്പിൽ അംഗീകാരം കിട്ടി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. നമ്മുടെ വ്യവസായ ഇൻഡെക്സിലും നമ്മൾ 28-ൽ നിന്ന് 15-ലേക്ക് ഉയർന്നു. നല്ല റാങ്കിങ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഈ വർഷം പുറത്തിറക്കിയിട്ടുള്ള എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിൻ്റെ ഇന്ത്യയുടെ റിപ്പോർട്ടിൽ 91,000 കോടി രൂപയാണ് കേരളത്തിൽ MSME സെക്ടറിൽ 18-19 മുതൽ 21-22 വരെ പുതിയ നിക്ഷേപം വന്നിട്ടുള്ളത്. 91,000 കോടി രൂപ നിക്ഷേപം വന്നു എന്ന് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിൻ്റെ റിപ്പോർട്ട് വരികയാണ്. അപ്പോൾ നല്ല അന്തരീക്ഷമുണ്ട് ഇവിടെ. നമുക്ക് ഈ സ്കെയിലിംഗ് അപ്പ് അത് ഒരു പുതിയ കാഴ്ചപ്പാടാണ്. നല്ല ആശയങ്ങൾ, അതുപോലെ തന്നെ ഇൻക്യുബേറ്റേഴ്സ്, ഇങ്ങനെയൊക്കെ വരുന്ന സംവിധാനങ്ങളെ നമുക്ക് ഹാൻഡ് ഹോൾഡ് സർവീസ് കൊടുക്കാം. അത് നന്നായി. ഇവിടെ പറഞ്ഞല്ലോ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമാണ്. ഞങ്ങളും പറയുന്ന ഭാഗം ഇതാണ്. ഇപ്പം ഞാനിവിടെ വരുമ്പോൾ പെരിന്തൽമണ്ണയ്ക്ക് വേറൊരു MLA ഇല്ല, LDFന് വേണ്ടി ഒരു MLA ഇപ്പം ഇല്ല തൽക്കാലം, അദ്ദേഹം തന്നെയാണ് MLA. ഞങ്ങളും പറഞ്ഞു കേരളത്തിലിപ്പോൾ UDFകാർക്കും വേറെ സർക്കാരില്ല, ഞങ്ങളേ ഉള്ളൂ. ഞങ്ങളും കരുതേണ്ടത് ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരുടെ കൂടി സർക്കാർ ഞങ്ങളാണ്.
കാരണം ജയിച്ചു കഴിഞ്ഞാൽ പണ്ട് ഞാൻ ഈ നിയമസഭയിൽ പ്രസംഗിക്കുമ്പോൾ ആളുകൾ പറയുന്നതിനെ കുറിച്ച് നോക്കിയപ്പോൾ തൃപ്പൂണിത്തുറ അംഗം അല്ലെങ്കിൽ പെരിന്തൽമണ്ണ അംഗം എന്ന് പരാമർശിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രൊസീജിയറൊക്കെ നോക്കിയപ്പോൾ അതിന് കാരണം എന്ന് വെച്ചാൽ ജയിച്ചു കഴിഞ്ഞാൽ അംഗം ആ പ്രദേശത്തിന് മുഴുവൻ ജനങ്ങളുടേതുമായതുകൊണ്ട് പ്രസംഗത്തിൽ പരാമർശിക്കുമ്പോൾ പേര് പോലും പറയാൻ പാടില്ല. പെരിന്തൽമണ്ണ അംഗം നജീബ് കാന്തപുരത്തൊക്കെ ഞങ്ങളൊക്കെ പ്രസംഗിക്കും പറയുമെങ്കിലും അങ്ങനെ പറയാനേ പാടില്ല എന്നാണ് കീഴ്വഴക്കം. പെരിന്തൽമണ്ണ അംഗം എന്നുവെച്ചാൽ പെരിന്തൽമണ്ണയുടെ മുസ്ലിം ലീഗ് അംഗം എന്നല്ല, പെരിന്തൽമണ്ണയിലെ UDF അംഗം എന്നല്ല, പെരിന്തൽമണ്ണ അംഗം എന്നുള്ളതാണ്. ഞാനോ അങ്ങനെയാണ്. എന്നുവെച്ചാൽ കക്ഷി രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് വരികയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ ജനങ്ങളുടേതുമാണ് സർക്കാർ എല്ലാ ജനങ്ങളുടേതുമാണ്. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അത് ഏത് സർക്കാരാണെങ്കിലും. അപ്പം അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞാലിക്കുട്ടി സഹോദരൻ്റെ ക്രിയാത്മകമായ പിന്തുണ പല കാര്യങ്ങളിലും അദ്ദേഹം നൽകുന്നതാണ്. നമുക്ക് വല്ല ഞെരുക്കൊക്കെ ഉണ്ട് കേരളത്തിന്, എങ്കിൽ പോലും നല്ല സാധ്യത ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ കരുതുന്നത് ഒരു 10-20 വർഷം കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു വികസിത രാജ്യങ്ങൾ ഏറ്റവും ടോപ്പിലേക്ക് എത്തില്ലെങ്കിൽ പോലും നമ്മുടെ മാനവ വിഭവശേഷി വെച്ചും ഈ സാധ്യതകൾ വെച്ചും ഒരു അർദ്ധ വരുമാന വികസിത രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് എല്ലാ തലത്തിലേക്കും കേരളം മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ പെരിന്തൽമണ്ണയുടെ ഈ പുതിയ മുന്നേറ്റവും അതിന് കരുത്ത് പകരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന് പുറകിലും ഇന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പുരോഗമനപരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരുപാടനേകം സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ച ദീർഘദർശിയായ ബഹുമാന്യനായ ഇൻഡസ്ട്രീസ് ലോ ആൻഡ് കയർ വകുപ്പ് മന്ത്രി ശ്രീ P. രാജീവ് അവർകൾ സ്കെയിലപ്പ് 2024 ഈ ഒരു വേദി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച് ഫോർ ഗ്രേസിംഗ് ആൻഡ് എലിവേറ്റിംഗ് ദിസ് ഇവന്റ് വിത്ത് യുവർ പ്രസൻസ്. സ്കെയിലപ്പ് കോൺക്ലേവ് 2024 ഈ ഉദ്ഘാടന വേദിയിൽ അദ്ദേഹം കുറച്ചു നാളുകൾക്ക് മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇൻവെസ്റ്റ് കേരള വെബ് പോർട്ടൽ, കേരള റെസ്പോൺസിബിൾ ഇൻഡസ്ട്രി ഇൻസെൻറ്റീവ് സ്കീം പോർട്ടൽ എന്ന ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയുള്ള 2 ഡിജിറ്റൽ ഫെസിലിറ്റീസിനെ പറ്റി എടുത്തു പറയാതിരിക്കാനാവില്ല. ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി, വ്യവസായികൾക്ക് വേണ്ടി, വ്യവസായ ലോകത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന ബഹുമാന്യനായ വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി ശ്രീ P. രാജീവ് അവർകളുടെ സാന്നിധ്യത്തിൽ സ്കെയിലപ്പ് കോൺക്ലേവ് 2024 പ്രസ്റ്റീജിയസ് അവാർഡ് സെറിമണിയിലേക്ക് കടക്കണമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. മേ ഹംബ്ലി റിക്വസ്റ്റ് സത്യം പറഞ്ഞാൽ ഈ പ്രോഗ്രാമിന് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഡേറ്റ് നമ്മൾ വാങ്ങിയത് 2-ാം തീയതി ആയിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ വളരെ പ്രധാനപ്പെട്ട പരിപാടികൾക്കിടയിലും എൻ്റെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വഴങ്ങിയാണ് അദ്ദേഹത്തിൻ്റെ വന്നത്. അദ്ദേഹത്തിന് പെട്ടെന്ന് പോകാനുള്ളത് കൊണ്ട് നേരെ വിളിക്കുകയാണ്. ബഹുമാനായ വ്യവസായ നിയമകാര്യ വകുപ്പ് മന്ത്രി P. രാജീവ് അവറുകൾ, ബഹുമാനായ പെരിന്തൽമണ്ണയുടെ പ്രിയങ്കരനായ MLA നജീബ് കാന്തപുരം, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ജനപ്രതിനിധികൾ, വ്യവസായികൾ, അതുപോലെ തന്നെ നാട്ടുകാർ, സഹോദരന്മാരെ, പ്രസംഗിക്കുന്നില്ല. ഞാനിവിടെ ഇന്ന് സന്നിഹിതരാവാൻ കാരണം ബഹുമാനായ വ്യവസായ വകുപ്പ് മന്ത്രി നിയമസഭയിൽ വെച്ച് എന്നോട് പറഞ്ഞു, ഞാൻ പെരിന്തൽമണ്ണ വരുന്നുണ്ട് നജീബ് കാന്തപുരത്തിൻ്റെ പരിപാടി. അപ്പോൾ എനിക്കറിയാം ആ അത്യുത്സാഹത്തിനൊരു പ്രോത്സാഹനം കൊടുക്കണം ഇങ്ങനെ ഒരു ഘട്ടത്തിൽ എന്നുള്ള ഒറ്റ കാരണത്താൽ ഇവിടെ സന്നിഹിതനാകാൻ വേണ്ടി വന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ നൂറ്റാണ്ട് എന്ന് പറയുന്നത് ടെക്നോളജി രംഗത്ത് വലിയ വിസ്ഫോടനം ഉണ്ടായ ഒരു നൂറ്റാണ്ടാണ്. അനുദിനം അതിൻ്റെ ശക്തി കൂടി വരികയാണ്. വ്യവസായ വകുപ്പ് മന്ത്രി ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ സാധ്യതകൾ അനന്തമാണ്, ഇനിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഈ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി, പല ടെക്നോളജികളുടെ സഹായത്തോടു കൂടി ഇനി അങ്ങോട്ട് അവസരം നമ്മുടേതാണ് എന്നാണ് എൻ്റെ 100% ഉള്ള വിശ്വാസം. അപ്പം സംരംഭകരെ പ്രോത്സാഹിപ്പിക്കണം,
അവിടെ സ്കെയിലിംഗ് അപ്പാണ്, എന്തും സാധ്യമാണ്. എല്ലാം ട്രാൻസ്ഫോം ചെയ്ത് ഈ പറഞ്ഞതുപോലെ ബ്രാൻഡ് ചെയ്ത് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള കഴിവുള്ള ചെറുപ്പക്കാരിവിടെ ഉണ്ട്. അപ്പോൾ ഒരു ചെറുപ്പക്കാരനായ ഒരു MLAയുടെ ചെറുപ്പക്കാരുടെ അത്യുത്സാഹത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് ഞാനിവിടെ വന്നത്, പ്രസംഗിക്കാനല്ല എന്ന് ചുരുക്കം. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ബഹുമാനായ വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞു, കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി കേരളത്തിലെ ജനങ്ങളെ അവരുടെ ഡെവലപ്മെൻറ്റ്, പ്രത്യേകിച്ച് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ സംരംഭകരെ വളർത്തിയെടുക്കാൻ ഇപ്പോൾ ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സംരംഭകൻ്റെ ഇവിടെ പറയുകയുണ്ടായി. അങ്ങനെ ഒരുപാട് സാധ്യമാണ്. ലോകത്തോളം വളർന്നു വരാൻ നമുക്ക് കഴിയും. അവിടെ ഒരു കക്ഷി രാഷ്ട്രീയവും ഒന്നും നോക്കാതെ കൂടെ ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് പുതിയ തലമുറക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ജയ് ഹിന്ദ്. ബഹുമാന്യനായ നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി മിസ്റ്റർ പി രാജീവ് അവർക്ക് നമ്മളുടെ സ്കെയിലപ്പ് കോൺക്ലേവ് 2024 ഒരു സ്നേഹോപകാരം സമ്മാനിക്കുന്നതിനായി ബഹുമാന്യനായ MLA and former Minister for Industries ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ഞാൻ താഴ്മയായി അപേക്ഷിച്ചുകൊള്ളട്ടെ. May I humbly request Sri PK Kunyalikutti sir to humbly hand over a gift, a token of love and appreciation from the ScaleUp Conclave 2024 to our Honorable Minister, Mr. P. Rajeev. Now may I humbly request our Honorable Minister for Industries, Law and Coir, Mr. P. Rajeev sir to hand over a gesture of love and appreciation to our Honorable MLA and former Minister for Industries, the esteemed guest who served as the Minister for the remarkable IT project, the Akshaya project back in 2002. Thank you so much. ഇരുവരുടെയും മഹനീയ സാന്നിധ്യത്താൽ ഈ ഒരു വേദി ഏറെ വിലയേറിയതാക്കിയതിൽ മഹനീയമാക്കിയതിൽ ഏറെ നന്ദി പ്രകടിപ്പിച്ചുകൊള്ളട്ടെ. And with that, let's move forward to the prestigious awarding ceremony of the ScaleUp Conclave 2024. ScaleUp Conclave 2024 ഈ prestigious awards നമ്മളുടെ അവാർഡീസിന് ഹാൻഡ് ഓവർ ചെയ്യുന്നതിനായി, സമ്മാനം നൽകുന്നതിനായി ഞാൻ താഴ്മയായി വിനീതപൂർവ്വം ഇൻവൈറ്റ് ചെയ്യുകയാണ് ഈ വേദിയിലേക്ക് the Honorable Minister for Industries, Law and Coir. So ഏറ്റവും ആദ്യത്തെ അവാർഡ് എന്ന് പറയുന്നത് it's a ScaleUp of the Year, and that award goes to Dr. Mohammed Kuti, the founder of Ajwan. Ladies and gentlemen, please put together your hands for the awardee of the ScaleUp of the Year, the founder of Ajwan, Dr. Mohammed Kuti. May you keep flying high. And the next awards for the ScaleUp Conclave 2024 is the AutoShine Excellence Award. And that award goes to Dr. Mustafa Haji, the MD of PK Star Group. May I humbly request Mr. Mustafa Haji to kindly come forward and accept the award from our Honorable Minister. ScaleUp Conclave 2024 അടുത്ത ഗ്ലോറിയസ് അവാർഡ് എന്ന് പറയുന്നത് എക്സലൻസ് ഇൻ EdTech ഇൻഡസ്ട്രി ആണ്. And that award is backed by none other than Ajaz Mohammed Janshir, the director of EduPort. May I humbly request all of you to kindly unite with me in welcoming Mr. Ajaz Mohammed Janshir. ഈ ഒരു അവാർഡ് റിസീവ് ചെയ്യുന്നതിലേക്കായി അവാർഡ് അജാസ് മുഹമ്മദ് ജംഷീറിന്റെ ഏറെ സ്നേഹം നിറഞ്ഞ കുടുംബത്തിനെയും ഞങ്ങൾ സ്നേഹത്തിന്റെ ഭാഷയിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളട്ടെ.
And thus receiving the award for the excellence in EdTech industry, we have the director of EduPort, Ajaz Muhammad Janshir and his lovely family. ScaleUp Conclave 2024 അടുത്ത award is the Trade Excellence Award, and that award is won by Mr. Yusuf Malabar, the MD of Malabar Trading Company. My dear beloved audience, kindly put together your hands to receive Mr. Yusuf Malabar as he receives the award for the Trade Excellence. And the final award in the ScaleUp Conclave 2024 is for the Young Entrepreneur. And the Young Entrepreneur Award is achieved by Mr. Asher Mauzi, the founder of Mauzi Avel Milk. May I humbly request Mr. Asher Mauzi to kindly come forward and accept the Young Entrepreneur Award from the Honorable Minister for Industry Law and Career, Mr. P. Najeeb. Alright, and thus ends our award, the prestigious awarding ceremony. Thank you so much, sir. Thank you so much for being a part with us. ഇന്ന് ഈ ഒരു ദിവസത്തിൽ സ്കെയിലപ്പ് കോൺക്ലേവ് 2024 ഈ ഉദ്ഘാടന വേദിയുടെ ഭാഗമായതിൽ താങ്കളുടെ തിരക്കേറിയ നിമിഷങ്ങളിൽ നിന്ന് ഏതാനും നിമിഷങ്ങൾ ചെലവിട്ട് ഞങ്ങളുമായി ഇത്രയും ദീർഘദർശിയായ വാക്കുകൾ പങ്കിട്ടതിലുള്ള സന്തോഷവും സ്നേഹവും അറിയിച്ചുകൊള്ളട്ടെ. താങ്ക് യു സോ മച്ച്. Alright, so let's now move forward with the inaugural ceremony. നമ്മളുടെ കൂടെ ഇന്ന് ഉള്ളത് 38 വർഷത്തിൽ കൂടുതൽ ഒരു IAS ഓഫീസർ എന്ന നിലയിൽ എക്സ്പീരിയൻസ് ഉള്ള വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ്. With us we have an eminent personality who was once a finance executive and currently the additional chief executive officer of KIFBI, Mr. Satyajit Rajan IAS. Can we kindly have you talk with us? He's not there. Okay, so right now, unfortunately, he couldn't make it to the event yet. So let's now move forward. We have another eminent personality, the current director of Industries and Commerce Department, with an additional charge of managing director at Kerala State Industrial Development Corporation. Let's put together our hands to welcome Mr. Harikishore IAS, who is interested in general administration, public policy and teaching and have written 2 books in Malayalam. Sir, the mic is all yours. പ്രിയപ്പെട്ടവരെ, ആദ്യമായി സ്കെയിലപ്പ് കോൺക്ലേവിന് എല്ലാ ആശംസകളും നേരുകയാണ്. ഇത് വലിയൊരു ഇനീഷ്യേറ്റീവാണ്. കേരളത്തിൽ നമ്മുടെ മന്ത്രി ഇവിടെ പ്രസംഗിച്ചതുപോലെ വിവിധ മേഖലകൾ എക്സലൻസിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിനെ പല സെക്ടറായി തിരിച്ചാൽ സംരംഭങ്ങളെ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുക? സംരംഭങ്ങൾ ക്ലാസിഫൈ ചെയ്യുന്നത് 3 കാറ്റഗറിയിലാണ്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടപ്പാണ്. രണ്ടാമത്തെ കാറ്റഗറി MSME ആണ്. മൂന്നാമത്തെ കാറ്റഗറി ലാർജ് ഇൻഡസ്ട്രിയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയോടെ സൂചിപ്പിച്ചു, സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച എക്കോസിസ്റ്റം കേരളത്തിലാണ്. അത് നമ്മൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ 5 വർഷമായി ഇന്ത്യയിൽ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം കേരളത്തിലാണ്. അതിന് ഉദാഹരണമാണ് ഈ ഒരു കോൺക്ലേവും സ്കെയിലപ്പിലേക്കുള്ള ഭാവിയും. രണ്ടാമത്തെ സെക്ടർ MSME എടുത്താൽ അതും മന്ത്രിയോടെ സൂചിപ്പിച്ചു, കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 2 ലക്ഷം സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ. MSME എന്ന് പറഞ്ഞാൽ, മൈക്രോ എന്ന് പറഞ്ഞാൽ 1 കോടി വരെ മുതൽ മുടക്കുള്ളതാണ് M. സ്മോൾ എന്ന് പറഞ്ഞാൽ 10 കോടി വരെ മുതൽ മുടക്കുള്ളതാണ്. മീഡിയം എന്ന് പറഞ്ഞാൽ 50 കോടി വരെ മുതൽ മുടക്കുള്ളതാണ്. ഇപ്പോൾ 50 കോടി വരെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് 250 crore വരെ ടേൺ ഓവറുള്ള MSME സംരംഭങ്ങൾ 2,17,000 സംരംഭങ്ങൾ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളതും, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തലത്തിൽ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ കേരളത്തിലെ ഒരു വലിയ ഇനീഷ്യേറ്റീവായിട്ട് അവതരിപ്പിക്കാൻ കേരളത്തിലെ ഒരു MSME എക്കോസിസ്റ്റം സാധിച്ചു എന്നുള്ളതും, MSME സെക്ടറിൽ നമ്മുടെ നാട് മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ ചാലഞ്ച് ലാർജ് ആൻഡ് മെഗാ ഇൻഡസ്ട്രിയിലാണ്.
നമ്മുടെ ലാൻഡിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് വലിയ 1000 ഏക്കർ ഭൂമിയുള്ള ലാർജ് ആൻഡ് മെഗാ ഇൻഡസ്ട്രി വരുന്നതിനുള്ള ഒരു പരിമിതി ഏരിയ വൈസ് ഉണ്ടെങ്കിൽ പോലും വോളിയം വൈസ് ഉള്ള ധാരാളം ഇൻഡസ്ട്രികൾ നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ സംരംഭ മേഖലയുടെ ഏത് സെക്ടർ എടുത്താലും കേരളം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കേരളത്തിൽ ഞങ്ങൾ ഈ വിവിധ സെക്ടറുകൾ എന്നെടുക്കുന്നതിന് പകരം വ്യവസായത്തിൻ്റെ പല മേഖലകൾ എടുത്തു നോക്കിയാൽ ഇവിടെ 22 മേഖലയെക്കുറിച്ച് പറഞ്ഞു. 22 മേഖലയിൽ ഒരു മേഖല ടൂറിസമാണ്. ടൂറിസം എന്ന സെക്ടറിൽ ഇന്ത്യയിലെ 46 5 സ്റ്റാർ ഹോട്ടൽ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണെന്ന് പറയുമ്പോൾ ടൂറിസത്തിൽ ഒരു സംശയമില്ല. കേരളം ഇസ് വൺ ഓഫ് ദ ഗ്രേറ്റ് പ്ലേസ് ഫോർ ടൂറിസം ഇൻഡസ്ട്രി. അടുത്ത ഇൻഡസ്ട്രി എടുത്താൽ ആയുർവേദമാണ്. ആയുർവേദത്തിലും കേരളം നല്ല രീതിയിൽ മുന്നോട്ട് പോവാണ്. മൂന്നാമത്തെ ഇൻഡസ്ട്രിയെ പറ്റിയാണ് മന്ത്രി സൂചിപ്പിച്ചത്, മെഡിക്കൽ ഡിവൈസ് എന്ന ഇൻഡസ്ട്രി. ഞാൻ അതിൻ്റെ ഒരു ലേഖനം മൊബൈലിൽ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കേരളത്തിലെ 7350 കോടി രൂപയാണ് കേരളത്തിലെ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രിയുടെ ടേൺ ഓവർ. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായ 20 കമ്പനികൾ കേരളത്തിലുണ്ട്. ഒരു 350ഓളം സ്റ്റാർട്ടപ്പുകളും കേരളത്തിലുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ സെക്ടർ എടുത്ത് പോയാൽ മെഡിക്കൽ ഡിവൈസിൽ ഇന്ത്യയുടെ 20% ടേൺ ഓവർ കേരളത്തിൽ നിന്നാണ്. അടുത്ത സെക്ടർ എടുത്താൽ എയ്റോസ്പേസ് ആണ്. എയ്റോസ്പേസ് എന്ന സെക്ടറിൽ ചന്ദ്രയാനിലെ ലോഞ്ച് വെഹിക്കിൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന ധാരാളം എയ്റോസ്പേസ് കമ്പനികൾ കേരളത്തിലുണ്ട്. അപ്പം എയ്റോസ്പേസിൽ നല്ലൊരു എക്കോസിസ്റ്റം ഉണ്ട്. നിങ്ങൾ അടുത്തൊരു സെക്ടർ എടുത്താൽ മാരിടൈം മേഖലയിൽ കൊച്ചി ഭാഗത്ത്, കോഴിക്കോട് ഭാഗത്ത് കപ്പൽ നിർമ്മാണത്തിൻ്റെ വളരെയധികം സ്ഥാപനങ്ങളുണ്ട്. മാരിടൈമിലും കേരളം വലിയൊരു ലീഡറാണ്. അങ്ങനെ ഓരോ സെക്ടറിലേക്ക് നോക്കിയാലും നമ്മൾക്ക്, ഞാൻ എല്ലാ സെക്ടറും ഇവിടെ പറയുന്നില്ല, അത് ഇലക്ട്രോണിക്സ് ആയാലും ലോജിസ്റ്റിക്സ് ആയാലും അങ്ങനെ ഓരോ സെക്ടറിലും കേരളം മികവിലേക്ക് ഉയരുന്ന ഒരു കാഴ്ചയാണുള്ളത്. ഇതിലെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ സ്കെയിലപ്പാണ്. ഈ ഒരു കോൺഫറൻസിൻ്റെ ലക്ഷ്യം അതാണ്. ഒരു MSME നമുക്ക് തുടങ്ങാൻ സാധിക്കും. അത് വളരണമെങ്കിൽ വലിയ ചാലഞ്ചുണ്ട്. MSME മേഖലയിൽ 30% കമ്പനികൾ ഒരു വർഷം കഴിഞ്ഞാൽ പൂട്ടിപ്പോകുമെന്നുള്ളതാണ് ഒരു അനൗദ്യോഗിക കണക്ക്. സ്റ്റാർട്ടപ്പ് മേഖലയിലാണെങ്കിൽ അത് 80% ആണ്. ഇന്ന് 100 സ്റ്റാർട്ടപ്പ് തുടങ്ങിയാൽ 80 സ്റ്റാർട്ടപ്പും അടുത്ത വർഷം ഉണ്ടാവില്ല. മറ്റേ 20 സ്റ്റാർട്ടപ്പുകളായിരിക്കും അടുത്ത വർഷത്തേക്ക് സ്കെയിലപ്പിലേക്ക് പോവുക. അപ്പോൾ MSMEയിലും സ്റ്റാർട്ടപ്പിലും കുതിച്ചുയർന്ന നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് സ്കെയിലപ്പിലേക്ക് നമ്മുടെ തുടങ്ങിയ സംരംഭങ്ങളെ കൈപിടിച്ചുയർത്തുക എന്നുള്ളതാണ് വലിയൊരു ചാലഞ്ച്. ആ ഒരു സ്കെയിലപ്പിന് വേണ്ടി സ്റ്റാർട്ടപ്പ് തുടങ്ങാനും സംരംഭങ്ങൾ തുടങ്ങാനും അവരെ ഉയർച്ചയിലേക്ക് എത്തിക്കാനും വേണ്ടി തീർച്ചയായും നല്ലൊരു ഇനീഷ്യേറ്റീവാണ് ഈ ഒരു സ്കെയിലപ്പ് കോൺക്ലേവ്. ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ വർഷവും ഇത് തുടരുകയും അടുത്ത വർഷങ്ങളിലേക്ക് ഇവിടെ പെരിന്തൽമണ്ണയിൽ നിന്നും കേരളത്തിൻ്റെ മലബാർ മേഖലയിൽ നിന്നും തുടങ്ങുന്ന പുതിയ സംരംഭങ്ങൾ അവരുടെ വലിയ വളർച്ചയുടെ കഥകൾ ഇവിടെ നിന്ന് പറയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ ചടങ്ങിന് ക്ഷണിച്ചതിന് എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു. ഇവിടെ ചടങ്ങിനും ഇനി അങ്ങോട്ടുള്ള യാത്രയിലും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. Thanks a lot, sir. Thank you so much for your kind wishes and your heartfelt words. Now let's move forward and invite onto the stage the high regarded Executive Director of Gulfar Al Miznad Engineering and Contractor, Mr. Satish G. Pillai, with a robust skill set who contributes valuable insights to the industry. May we kindly have Mr. Satish G. Pillai? All right, so it seems like he couldn't make it to the event yet. So right now, let's move forward and welcome onto the stage one of the awardee. With us, we have got Dr. Mohammad Kuti, the resourceful managing director of Ajfan International, an exclusive brand that has been in the business for more than 10 years and currently boasting a huge success with 170 plus stores across India. Dr. Mohammad Kuti, can we kindly have you onto the stage? We are excited to listen to your words. അസ്സലാമു അലൈക്കും, നമസ്കാരം. അജ്ഫാൻ എന്ന് പറഞ്ഞ എൻ്റെ 5 മക്കളെ പേരാണ് ഫസ്റ്റ് ലെറ്റർ. 2012 അജ്ഫാൻ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്. 2017 ഞാൻ തിരിച്ച് സൗദി അറേബ്യ ക്യാൻസൽ ചെയ്ത് ഇന്ത്യയിൽ വരികയും ഇന്ന് 4350 കിലോമീറ്റർ കന്യാകുമാരി തൊട്ട് ലേ വരെ ഇന്ന് അജ്ഫാൻ കിടക്കുന്നുണ്ട്. 2200 എംപ്ലോയിയും 500 കോടിൻ്റെ ടേൺ ഓവറുള്ളൊരു കമ്പനി അള്ളാഹു എനിക്ക്
അതിനുള്ള ആരോഗ്യ ആഫിയത്തും കഴിവും തന്നു. ഞാൻ ഒരു 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഒരു വിദ്യാഭ്യാസം ഒരു ബിസിനസ്സിന് ആവശ്യമില്ല. അത് നിങ്ങൾ എന്നിൽ നിന്ന് മനസ്സിലാക്കിയാൽ മതി. എക്സ്പീരിയൻസാണ് ഒരു ബിസിനസ്സിന് വേണ്ടത്. ആരും അറിയാത്ത ഒരു ബിസിനസ്സിലേക്ക്, എക്സ്പീരിയൻസ് ഇല്ലാത്ത ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ ആ ബിസിനസ് പരാജയപ്പെടും. ആര് ബിസിനസ് തുടങ്ങുന്നുണ്ടോ ആ ബിസിനസ്സിനെ പറ്റി A to Z പഠിച്ചിട്ട് വേണം നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ. ഉദാഹരണത്തിന് 400 രൂപയ്ക്ക് 1 കിലോ കടല വാങ്ങിയിട്ട് അത് നമ്മൾ 600 രൂപയ്ക്ക് വിറ്റാൽ അതിൽ 200 രൂപ മാത്രമേ നമ്മളിതുണ്ടാവുള്ളൂ. 600 രൂപ കടലിൻ്റെ കോസ്റ്റാണ്. അതിന് നമ്മൾ 300 രൂപ അതിൽ നിന്ന് ചിലവാക്കി കഴിഞ്ഞാൽ നമുക്ക് 100 രൂപ ലോസ് വരും. ഇന്ന് 500 കോടിൻ്റെ ടേൺഓവറുള്ള കമ്പനി എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടും പാവപ്പെട്ടവരുടെ പ്രാർത്ഥന കൊണ്ടും അള്ള തന്ന നിഅമത്ത് കൊണ്ടാണ് ഇന്ന് അജ്ഫാൻ ഇവിടെ എത്തിയത്. 1978 600 റിയാല് വിസക്ക് ഒരു ജോലി 600 റിയാൽ ശമ്പളത്തിന് വേണ്ടി സൗദി അറേബ്യയിൽ പോയി. 2017 തിരിച്ചു വരുമ്പോൾ എനിക്ക് സൗദി അറേബ്യയിൽ 29 ഹൈപ്പർ മാർക്കറ്റും 600 എംപ്ലോയി ഉണ്ടായിരുന്നു. അത് മുഴുവൻ അവിടെ നിയമം വന്നപ്പോൾ ആ ബിസിനസ് മുഴുവൻ സ്റ്റോപ്പ് ചെയ്ത് നിർത്തി ഞാൻ ഇന്ത്യയിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും ഹാർഡ് വർക്ക്, ഞാൻ ഇവിടുന്ന് ബൈ റോഡ് 23 ദിവസം മലപ്പുറത്തുനിന്ന് വണ്ടിയെടുത്ത് ലേയിൽ വരെ പോയി, ലേയിൽ നിന്ന് നേരെ ശ്രീനഗർ പോയി, ശ്രീനഗറിൽ നിന്ന് പഞ്ചാബ് പോയി, പഞ്ചാബിൽ നിന്ന് ഡൽഹിയിൽ വന്നു, ഡൽഹിയിൽ നിന്ന് ജയ്പൂർ വന്ന് ഗുജറാത്ത് വന്നു, ബോംബെയിലെത്തി. 23 ദിവസം പിടിച്ചു. അതിലാണ് നോർത്ത് ഇന്ത്യയിൽ മൊത്തം ഓരോ സൈറ്റുകളും ഓരോ റോഡും ബൈഹാർട്ടാക്കിയിട്ട് ഇന്ന് അവിടെയൊക്കെ അജ്ഫാൻ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം വിദ്യാഭ്യാസമല്ല ഒരു ബിസിനസ്സിൻ്റെ മെയിൻ, എക്സ്പീരിയൻസ് ആണ്. നമ്മളോട് പല ആൾക്കാരും വന്ന് പറയും ഈ ബിസിനസ് ചെയ്തോളൂ, ആ ബിസിനസ് ചെയ്തോളൂ, ഭയങ്കരമായ ലാഭം. അങ്ങനെ ഒരിക്കലും നിങ്ങളാരും അങ്ങനെ ഇറങ്ങരുത്. നിങ്ങൾ തുടങ്ങാനുള്ള ബിസിനസ് നിങ്ങൾ എക്സ്പീരിയൻസ് ആവണം. നമ്മളൊരു സ്കൂൾ പോകുമ്പോൾ ഒന്നും അറിയാതെയാണ് സ്കൂളിലേക്ക് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ ഡോക്ടറായിട്ടും എഞ്ചിനീയറായിട്ടും പലതായിട്ടും നമ്മൾ തിരിച്ചു വരുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ പറയും, ഞാൻ കോളേജിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ കുട്ടികളോട് പറയും, നിങ്ങൾ MBA പഠിച്ചു, BBA പഠിച്ചു, ഞാനൊരു വലിയ ബിസിനസ് മാനായി പഠിച്ചിരിക്കണോ, അതുകൊണ്ട് ബിസിനസ് മാൻ ആവില്ല. ഉദാഹരണത്തിന് നമ്മളൊരു ഡ്രൈവിംഗ് പഠിക്കാൻ പോകുമ്പോൾ അതിൻ്റെ ബുക്ക് വാങ്ങിയിട്ട് ബൈഹാർട്ടായിട്ട് നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചു, നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമോ? പറ്റൂല. നമുക്കൊരു ഷെഫ് ആവണം, 5 സ്റ്റാർ ഹോട്ടൽ കുക്ക് പഠിച്ചു, നമ്മൾക്ക് കുക്കാൻ കഴിയില്ല, ബുക്കിൽ നോക്കി. എക്സ്പീരിയൻസ് വേണം. അതുകൊണ്ട് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ആളും നിങ്ങൾ ഇറങ്ങരുത്. ഈ ആഴ്ചയിൽ എൻ്റെ അടുത്ത് വന്നത് 7 ആളാണ്. വീട് പണയം വെച്ച് ബിസിനസ് ചെയ്തു, വീട് ഇപ്പോൾ പോയി ജപ്തിയാണ്. ലാസ്റ്റ് 4 ദിവസം മുമ്പ് ബിസിനസ് ചെയ്ത ഒരാൾ ആത്മഹത്യ ചെയ്തു. അങ്ങനെ ആത്മഹത്യകൾ ഇഷ്ടംമാതിരി. 5 കാര്യമാണ് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടത്. 5 M. ആ എമ്മും അതിൻ്റെ കൂടെ 3 കാര്യങ്ങളുണ്ടെങ്കിൽ ബിസിനസ് ക്ലിക്കാവുള്ളൂ, വിജയിക്കുള്ളൂ. 5 M എന്നാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്നാലും ഒന്ന് ഞാൻ പറഞ്ഞു തരാം. മണി, മാർക്കറ്റിംഗ്, മെറ്റീരിയൽ, മാൻ പവർ, മാനേജ്മെന്റ്. ഇത് 5ഉം അതിൻ്റെ കൂടെ 3 എന്നാൽ ഏത് ലോസ് വന്നാലും, അത് ലോസ് ആൻഡ് പ്രോഫിറ്റ് വന്നാൽ അത് താങ്ങാനുള്ള കഴിവ് നമ്മൾക്ക് വേണം. സെക്കൻഡ്, എഫേർട്ട്. നമ്മൾ എത്ര കഷ്ടപ്പെടും. ഒരു ബിസിനസ്മാന് ടൈമും കാലം ഉണ്ടാവില്ല. രാത്രി 2 മണി 3 മണി അങ്ങനെ ടൈം നോക്കാൻ പറ്റിയ ആൾക്ക് ബിസിനസ് പറ്റുള്ളൂ. 3, നമുക്കൊരു വിഷയം വേണം. എൻ്റെ സ്ഥാപനം എത്ര ആക്കും, എവിടെ എത്തും എന്നുള്ളത് നമ്മൾക്കൊരു തീരുമാനം വേണം. അങ്ങനെ 5, 3, 8 കാര്യമുള്ള ഒരാൾക്ക് ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയുള്ളൂ. ഒരു ബിസിനസ്മാന് ഒരിക്കലും എംപ്ലോയി ആകാൻ കഴിയില്ല. ഒരു എംപ്ലോയിക്ക് ഒരിക്കലും ബിസിനസ്മാൻ ആകാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും, നമസ്കാരം.
Thank you so much, sir. That was like a very interactive speech. ഒരുപാടധികം നമുക്ക് ബിസിനസ്സിനെ പറ്റിയിട്ട് ബിസിനസ്സിലെ ഒരാൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ സംസാരിക്കുമ്പോൾ അത് എപ്പോഴും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. So that was it. And with that, now let me invite onto the stage Mr. A.K. Nazar, മുസ്ലിം ലീഗ് പ്രതിനിധിയായ അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് രണ്ട് വാക്കുകൾ സംസാരിക്കുന്നതിനായി ഞാൻ ക്ഷണിച്ചുകൊള്ളട്ടെ. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, ഇന്നലെയും ഇന്നുമായി ഇവിടെ നടക്കുന്ന സ്കൈലപ്പ് കോൺക്ലേവ് വളരെ ഗംഭീരമാണ് എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാകുകയുണ്ടായി. എത്ര മനോഹരമായിട്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. ഇവിടെ ഇത്തരം ഒരു പരിപാടി ഇങ്ങനെ സംഘടിപ്പിച്ചതിന് വലിയ എഫേർട്ട് എടുത്ത ആളാണ് MLA എന്നുള്ളത് ഇന്ന് മന്ത്രി ഇവിടെ സൂചിപ്പിക്കേണ്ടായി. ഒരുപാട് മണ്ഡലങ്ങളിൽ ഇതുപോലെ വേണമെങ്കിൽ അവർക്കൊക്കെ തുടങ്ങാൻ പറ്റും. പക്ഷെ അവിടെ ഒന്നും ഇങ്ങനെ മുൻകൈയെടുത്ത് ഒരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടില്ലാത്തപ്പോൾ നമ്മുടെ MLA ഒരു കാഴ്ചപ്പാടോടുകൂടി നല്ലൊരു വിഷനോടുകൂടി ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചു എന്നുള്ളത് ഈ നാട്ടിലെ മാത്രമല്ല, അദ്ദേഹം പറഞ്ഞതുപോലെ മലബാറിന് മൊത്തമായിട്ട് ഇത് വലിയൊരു വഴിവിളക്കായി മാറുമെന്ന കാര്യത്തിൽ സംശയമല്ല. തീർച്ചയായിട്ടും ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച മമ്മൂട്ടിയാജി, അദ്ദേഹമാണ് ഇവിടെ വളരെ കാര്യമായിട്ട് എന്താണ് എങ്ങനെ ആയിരിക്കണം ഒരു ബിസിനസ്മാൻ എന്നുള്ളത് വളരെ വ്യക്തമായി വരച്ചു കാട്ടിയത്. കാരണം നമ്മളൊക്കെ പറഞ്ഞു, പിന്നെ പല കോഴ്സുകളും പല ക്വാളിഫിക്കേഷനുകളും ഒക്കെ നേടിക്കഴിഞ്ഞാലും അതുകൊണ്ടൊന്നും ഒരു ബിസിനസ്സിലേക്ക് എടുത്ത് ചാടാൻ പറ്റൂല എന്നുള്ള വളരെ വലിയൊരു തിരിച്ചറിവാണ് അദ്ദേഹം നൽകിയത്. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ധാരാളം പണം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾ ഉണ്ടെങ്കിലും അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് 8 കാര്യങ്ങളിലൂടെ അദ്ദേഹം ഇവിടെ വ്യക്തമാക്കി തന്നു. തീർച്ചയായിട്ടും ആ മേഖലയിലൂടെ സഞ്ചരിച്ച ആളുകളാണ് ഇവിടെ വിജയിച്ചിട്ടുണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇത്തരം പരിപാടികൾ ഇവിടെ നമുക്ക് ഒരുക്കി തന്ന അല്ലെങ്കിൽ ഒരു വഴിവെട്ടിയ ഇതിങ്ങനൊരു മാർഗം നിങ്ങൾക്കുണ്ട്, ഞാൻ അതിൻ്റെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞ MLAക്കും ഇതിനു വേണ്ടി പണിയെടുത്ത എല്ലാ ആളുകൾക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. Thanks a lot, sir. Thank you so much for your kind words. And right now, നമ്മുടെ കൂടെ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് സത്യജിത് രാജൻ IAS അവരുകളാണ്, who is currently the additional chief executive officer of KIFBI and an eminent personality with 38 years of experience as an IAS officer and a finance executive. Sir, may we kindly have the pleasure of listening to your words, please. Yeah, good morning, everybody. First of all, apologies for coming late, but they say better late than never. The scale on which Honorable MLA has organized this event is absolutely astonishing. First of all, I don't know whether in any other part of the country an event on startup has been organized, led by an MLA. So I must first congratulate him for having, Kerala became #1 in the startup ecosystem. I'm quite sure very soon Malappuram, which already has 2 incubators, is going to take the big lead and will be catching up with not only Ernakulam and Trivandrum, but maybe other districts in other states. Startup, what it has done, I'll just give you an example, and after that I will not speak because I think we are running late. See, I am from Bihar. I belong to a community which is not known to be in business. Like my brother, when he went and wanted to set up a business way back in 1976, my father shouted at him. He said, not possible. We don't belong to a community which can do business.
What a startup ecosystem has done as against the traditional business system, it has given an opportunity to those who were not supposed to be in business to do business. And that's where my sister, after the event, I'm going to take a flight from Kozhikode to Bangalore to attend marriage of my sister's son, who's from IIT Delhi, and Shadow Fax is a logistics startup which 4 IIT Delhi graduates started a couple of years ago, and today it has a turnover of around 1,000 crore. And this boy, who's not even married as yet, he must be the wealthiest person in my family. So that is what, in the startup, it does not matter whether you belong to a business family or not. What matters is whether you have a global vision, because there is nothing which cannot be upscaled in today's world because there is technology to back you up. Thank you so much, and I am told that against 2,000 expected, around 5,000 have registered. I wish this event, 2 days event, a big success, not only in terms of organizing, in terms of number of startups which are going to come up here in this area. Thank you so much. Thank you, sir. Thank you so much. Thanks a lot for joining with us. And now let me go ahead and invite നമ്മുടെ KPCC ബഹുമാന്യനായ KPCC സെക്രട്ടറി ശ്രീ ബാബുരാജ് അവർകൾ ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ആൻഡ് ദ മൈക്ക് ഈസ് ഓൾ യുവേഴ്സ്. പ്രിയമുള്ളവരെ, ഇതൊരു പ്രസംഗത്തിനുള്ള സമയം ഇവിടെ ഇല്ല എന്നെനിക്കറിയാം. തികച്ചും വ്യത്യസ്തമായ ഒരു വേദിയും സദസ്സുമാണ്. ഞാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ടാകുമ്പോൾ പറയണം എന്നൊരാഗ്രഹിച്ച കാര്യമാണ്. കാരണം നമ്മൾ 2 പേരോടാണ് ശരിക്കും നന്ദി പറയേണ്ടത്. ഒന്ന് പാണക്കാട് മുഹമ്മദ് അലി സാദിഖ് അലി ശാബ്ദങ്ങളോടും കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടും. കാരണം നമുക്കിതുപോലൊരു MLA പെരിന്തമണ്ണയ്ക്ക് കിട്ടിയത് ഞങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഇതുപോലെ ഈ ഹാളിൽ ഒരു വലിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു സദസ്സ് തന്നെ ആയിട്ട് വലിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ണിക്കാനോട് ചോദിച്ചു, ഉണ്ണിക്ക നമ്മൾ തുടങ്ങിയിട്ട് 20 വർഷമൊക്കെ ഉണ്ടാവില്ലേ? നമ്മൾ ഈ ഓഡിറ്റോറിയം സ്റ്റാർട്ട് ചെയ്തിട്ട് 20 വർഷമൊക്കെ ഉണ്ടാവും അല്ലേ? ഒരുപാട് യോഗങ്ങളും കാര്യങ്ങളൊക്കെ നടന്ന ഒരു ഓഡിറ്റോറിയമാണ്. പക്ഷേ ഈ MLA നജീബ് കാന്തപുരം ഇവിടെ MLA വന്നതിന് ശേഷം ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഈ ഓഡിറ്റോറിയത്തിന് സാധിച്ചു എന്നത് വളരെയേറെ സന്തോഷകരമായ കാര്യമാണ്. നമുക്കറിയാം, നമുക്ക് ഏത് ഫീൽഡ് എടുത്താലും ഇപ്പോൾ വ്യവസായ സംരംഭകർക്ക് വേണ്ടി ഇതുപോലെ സ്കെയിലപ്പ് കോൺക്ലേവ് ഇവിടെ നടത്തുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ അടിയിൽ കിടക്കുന്ന തട്ടിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു MLA ഹെൽത്ത് കാർഡിൻ്റെ ഒരു ലോഞ്ചിങ് ഇവിടെ നടന്നു. അതിനുമുമ്പ് IASൻ്റെ കോച്ചിങ്ങിന് വേണ്ടിയുള്ള IAS അക്കാദമിയുടെ ഒരു രൂപീകരണ യോഗവും മുദ്ര ഫൗണ്ടേഷൻ്റെ യോഗവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ഓഡിറ്റോറിയമാണ് നമ്മുടെ ഈ ശിവ ഓഡിറ്റോറിയം. അപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നത്, നമ്മുടെ ഇത്തരം ഒരു വലിയ ദീർഘവീക്ഷണത്തോടു കൂടി ഇതുപോലുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കുന്ന MLA തന്നെയാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് ഞാൻ നജീബ് കാന്തപുരത്തിനെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച്. ഈ ഇത്രയും തിരക്കേറിയ സമയത്തിൽ നമ്മളോടൊപ്പം ഒത്തുചേർന്നതിന് ഏറെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളട്ടെ. അടുത്തതായി മുദ്ര ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ P. ഉണ്ണി നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. സർ, ക്യാൻ വി കൈൻഡ്ലി ലിസൺ ടു യു പ്ലീസ്? ഗുഡ് മോർണിംഗ് വൺ ആൻഡ് ഓൾ. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരന്മാരെ, സഹോദരികളെ, ആദ്യമായി ഇന്നലെയും ഇന്നും നടക്കുന്ന സ്കെയിലപ്പ് കോൺക്ലേവിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. നജീബ് സാഹിബ് MLA ആയി വരുന്നതിന് മുമ്പ് പെരിന്തൽമണ്ണ അറിയപ്പെട്ടിരുന്നത് ഹോസ്പിറ്റൽ സിറ്റി എന്നാണ്. അതായത് 2-3
മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ഒരു കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, ഒരു മെഡിക്കൽ കോളേജ്. അതുകൊണ്ട് പെരിന്തൽമണ്ണ എന്ന് പറയുമ്പോൾ എല്ലാവിധ ചികിത്സകളും ഫുൾ ടൈം കൺസൾട്ടൻറ്റിൻ്റെ നേതൃത്വത്തിൽ കിട്ടുന്ന ഒരു സിറ്റി പെരിന്തൽമണ്ണ. അതിനുശേഷം നജീബ് സാഹിബ് ഇവിടെ MLA ആയി വന്നതിന് ശേഷം ആദ്യമായി സ്റ്റാർട്ട് ചെയ്ത് ക്രിയ എന്ന പദ്ധതിയാണ്. അതിന് തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിഷൻ എന്ന് പറയുന്നത് വളരെ താഴെത്തട്ടിലുള്ള കഴിവുള്ള പ്രഗത്ഭരായ കുട്ടികളെ വിദ്യാഭ്യാസപരമായി പുരോഗതിയിലേക്ക് കൊടുന്ന് സമൂഹത്തിൻ്റെ ഒരു ഭാഗവാക്കാകുക എന്നുള്ള ഉദ്ദേശമാണ്. അതും ഏതാണ്ട് സക്സസ് ആയിരുന്നുള്ളതാണ്. പുള്ളി വേറൊരു ആശയമായിട്ട് വന്നത് മലബാർ ഏരിയയിൽ, പ്രത്യേകിച്ച് നമ്മൾ മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, വയനാട് ഭാഗങ്ങളിൽ ബ്യൂറോക്രാറ്റ്സ് ഇല്ല. ഏതാണ്ട് 1-2 IAS, IPS, IRS കിട്ടുന്നത്. അപ്പോൾ അത് പോരാ, നമ്മൾ ഈ ഭാഗത്ത് ബ്യൂറോക്രാറ്റ്സ് വരണം, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ആൾക്കാർ വരണം. നമുക്ക് ഇതേമാതിരി തന്നെ ഒരു IAS അക്കാഡമി തുടങ്ങുക എന്ന ഒരു ഉദ്ദേശം നമ്മളോട് പറയുകയും ഞങ്ങളെല്ലാം സഹകരിച്ചുകൊണ്ട് ഈ ISSൽ കുറച്ച് സ്ഥലം ലീസിന് കൊടുത്ത് അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കി അവിടെ ആദ്യത്തിൽ കഴിഞ്ഞ വർഷം 100 കുട്ടികൾക്ക് ഏതാണ്ട് കേരളത്തിലുള്ള 4500 അപ്ലിക്കൻസിൽ സ്ക്രീൻ ചെയ്ത് 100 കുട്ടികളെ സെലക്ട് ചെയ്ത് അവരെ പരീക്ഷയ്ക്ക് എഴുതി കോച്ചിങ് കൊടുത്ത് ഇതെല്ലാം സൗജന്യമായിട്ടാണ്. ട്യൂഷൻ ഫീസില്ല, താമസത്തിന് ഫീസില്ല, ഭക്ഷണത്തിന് ഫീസില്ല. ഇതൊന്നുമില്ലാതെ 100 കുട്ടികളെ പരീക്ഷയ്ക്ക് എഴുതി അതിൻ്റെ ഏതാണ്ട് 10% റിസൾട്ട് അത് ക്രാക്ക് ചെയ്യാൻ കഴിഞ്ഞു, പ്രിലിമിനറി. അത് കഴിഞ്ഞ് 3 കുട്ടികൾ വാസ്തവത്തിൽ മെയിനും എഴുതി ഇപ്പോൾ ഇൻ്റർവ്യൂവിന് കാത്തിരിക്കുക. ഇൻഷാ അല്ലാഹ് ഒരു പക്ഷേ ആ 3 കുട്ടികളും ക്രാക്ക് ചെയ്തു എന്ന് വരും. അതൊരു ചരിത്രത്തിൽ ഒരു മാറ്റം തന്നെയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് നജീബ് സാഹിബ് പറഞ്ഞത് ഇവിടെ കുറച്ച് ശമ്പളം വാങ്ങുകയും കൂടുതൽ ജോലി ചെയ്യുന്ന ഒരു സമൂഹമുണ്ട്. സാധാരണ ഗവൺമെൻറ് എംപ്ലോയീസിനൊക്കെ മെഡിസെപ്പ് അല്ലെങ്കിൽ ECHS, ESI സൗകര്യങ്ങളില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ഒരു ഹെൽത്ത് കാർഡ് നമുക്ക് കൊടുക്കണം. അതായത് കൺസെഷൻ ലെവലിൽ കേരളത്തിൽ ഇവിടെ പെരിന്തൽമണ്ണയിലുള്ള 8-9 ഹോസ്പിറ്റൽസിനെ പുള്ളി സംസാരിച്ച് അവർക്കൊക്കെ ഒരു മാസം മുമ്പാണ് ഏതാണ്ട് 1500ഓളം വരുന്ന ആശാ വർക്കേഴ്സിനും അംഗനവാടി ടീച്ചർമാരും കുടുംബശ്രീ മെമ്പർമാർക്കും ഇത് കൊടുത്തത്. അതിൻ്റെ കൂടെയാണ് അത് പോരാ, പെരിന്തൽമണ്ണക്കാരെ സംബന്ധിച്ചിടത്തോളം പെരിന്തൽമണ്ണയിൽ ബുദ്ധിയും കഴിവുമുള്ള ആൾക്കാരുണ്ട്. ബുദ്ധിയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ കാശുണ്ടായെന്ന് വരില്ല, കാശുള്ള ആൾക്കാർക്ക് ബുദ്ധി ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ ഇത് രണ്ടും കൂടിയുള്ള ഒരുപാട് സംരംഭകർ പെരിന്തൽമണ്ണയിലുണ്ട്. അവരെ നമുക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് ഇവിടെ ഒരു കമ്പനി ഫോം ചെയ്ത് അവർക്ക് പ്രവർത്തിക്കാനുള്ള സ്റ്റാർട്ടപ്പ് കോൺക്ലേവ് ചെയ്യണമെന്നാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ രീതിയിലുള്ള ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. ദൈവം സഹായിച്ചാൽ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ പെരിന്തൽമണ്ണ ഫേസ് തന്നെ വേറൊരു ലെവലാവും എന്നുള്ള യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു MLA, ഇതേമാതിരി MLAമാർ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഇത്ര വീക്ഷണമുള്ള ഡ്രീമുള്ള ഒരു MLA പെരിന്തൽമണ്ണക്കാർക്ക് കിട്ടിയതിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ, ഞാൻ മുദ്രയുടെ സെക്രട്ടറിയാണ്. അപ്പോൾ മുദ്രയുടെ കൂടെ ഞാൻ മുദ്ര ചാരിറ്റബിൾ എഡ്യൂക്കേഷൻ സൊസൈറ്റിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൂടി അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ചെയ്തത് ഒരു മഹാഭാഗ്യമായിരിക്കുന്നു. ഞാൻ വേറൊരു രീതിയിൽ പറയുകയാണെന്നുവെച്ചെങ്കിൽ ഞാൻ ഇവിടെ നിങ്ങൾക്കറിയാം അൽഷിഫ ഹോസ്പിറ്റലിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഈ ഹാള് എൻ്റെതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് സത്യത്തിൽ ഇതൊരു പാഷനാണ്. അയാളുടെ കൂടെ അദ്ദേഹത്തിൻ്റെ നമ്മളൊക്കെ ആഗ്രഹിച്ച് നമുക്ക് ചെയ്യാൻ കഴിയാത്ത കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത്തരം ആൾക്കാരെ കൂടെ കൂടി നമ്മൾ ഈ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. അതാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പങ്കെടുത്ത നിങ്ങളോട് എല്ലാവരോടും വളരെയധികം കടപ്പാടും നന്ദിയുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നന്ദി നമസ്കാരം ചെയ്യുന്നു. Thank you, sir. Thank you so much for enlightening us on the efforts that is being taken to empower everyone that is around us. Thank you so much. And with that, let me invite onto the stage
All right. With that, let me invite onto the stage Mr. C.K. Najeeb. It would be a real pleasure if we could just listen to the kind words that he could love to share with us. With that, നമുക്ക് ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ഇന്നലെയും നമ്മളോടൊപ്പം ഇവിടെ ഒത്തുചേർന്ന ഒരു ബഹുമാനീയ വ്യക്തിയാണ് നമ്മളുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ അഡ്വക്കേറ്റ് നാലകത്ത് സൂപ്പി അവർകൾ ഇന്ന് നമുക്കൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. താങ്കളുടെ വാക്കുകൾക്കായി ഞങ്ങൾ കാതോർക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരെ, നല്ലവരായ സുഹൃത്തുക്കൾ, ഇന്നലെ ഞാൻ പ്രസംഗം ചെയ്തു. ഇന്ന് പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് ആവേശം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഒരുക്കിയത്. MLA എന്ന് പറഞ്ഞാൽ ഒരു സർവ്വവ്യാപിയായ MLA. ഒരു കാര്യത്തിൽ അദ്ദേഹത്തിനെ മുൻഗാമി എന്നുള്ള നിലക്ക് അഭിനന്ദിക്കുകയാണ്. എല്ലാ പ്രശ്നങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു സ്പർശമുണ്ടാവും. പെരുന്തോണിയിൽ ആദ്യമായി വന്ന് MLA ആയി. കോഴിക്കോട്ടുകാരനാണ്. ഈ MLA നമുക്കൊരു മുതൽക്കൂട്ടാണ്. ആ മുതൽക്കൂട്ടിന് എല്ലാ വിഭാഗവും ജനങ്ങളും, ഉണ്ണി സാഹിബ് പ്രത്യേകിച്ച്, ഈ ജനങ്ങൾ അവരുടെ കൂടെ നിൽക്കുന്നു. അതിനനുസരിച്ച് MLA ഉയർന്നു. MLAക്ക് എല്ലാവിധ സ്വഭാവങ്ങളും ചേർന്നുകൊണ്ട് സാധിക്കും. Thank you so much, Sri Advocate Nalagatha Supi. Thank you so much. ഇത്രയും കഴിഞ്ഞ 2 ദിവസങ്ങളിലും നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന സജീവമായ ഒരു സാന്നിധ്യം തന്നെയായിരുന്നു അദ്ദേഹം. Can we kindly give a loud round of applause to this former minister, the former education minister? We have with all the reverence and all the love that we hold for him. And now may I humbly request Sri Najeeb Kanthapuram sir, our honorable MLA of Perinthalmanna, to kindly join with us and to hand over a token of love and appreciation to 2 of our guests. May I humbly request you to kindly join with us. May I humbly request our honorable MLA, Sri Najeeb Kanthapuram sir, to kindly join with us and hand over a token of love and appreciation from the ScaleUp Conclave 2024 to the Honorable IAS Satyajit Rajan. Thank you so much. May I humbly request our additional CEO of KIFB, Mr. Satyajit Rajan IAS, to kindly come forward and accept a gesture of appreciation from the ScaleUp Conclave 2024. All right, thank you so much. Thank you everyone for being here for the inaugural ceremony. ഇതോടുകൂടി നമ്മളുടെ ഈ ഫോർമലായുള്ള ഉദ്ഘാടന ചടങ്ങ് ഇവിടെ ഇത് അവസാനിക്കുകയാണ്. Thank you so much to each one of you for being here with us and elevating this lovely, this informative and educational event. And without further ado, we will be moving forward to some very interesting conversations. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾക്ക് ഒരുപാടധികം വിവരങ്ങൾ, ഒരുപാടധികം പുത്തൻ അറിവുകൾ നൽകുന്ന ചില നല്ല സെഷൻസ് ഇന്നത്തെ ദിവസത്തേക്ക് വേണ്ടി നമ്മൾ സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സെഷനുകളിലേക്ക് നമുക്ക് ഏറെ വൈകാതെ തന്നെ കടക്കാവുന്നതാണ്. In the meanwhile, may I take your attention to the digital screen here at the stage where we will be just showcasing all the major highlights from the yesterday's event. May I have all your kind attention onto the digital screen, please.
എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള ഒരു ഇൻസ്പയർ ചെയ്യുക, അതിനുള്ള ഒരു മോട്ടിവേഷൻ, ആ ഒരു സ്പാർക്ക് എക്സ്പീരിയൻസ് മനസ്സിലാക്കാൻ പറ്റി. 4 കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങൾ ഇവിടുത്തെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. നാട്ടിലൊരു ഫാസ്റ്റ് ചേഞ്ച് വരണമെന്നുണ്ടെങ്കിൽ ഓണ്ടർപ്രണേഴ്സ് തന്നെ വേണം. ഓണ്ടർപ്രണേഴ്സ് നാട്ടിലെ ചലഞ്ചസ് സോൾവ് ചെയ്യുമ്പോൾ, പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ ഇതൊരു പുതിയ നാടുണ്ടാകും. അപ്പോൾ അതിന് സ്കെയിലപ്പ് നല്ലൊരു തുടക്കമാണ്. സ്കെയിലപ്പ് ഇന്നത്തെ ഒരു യൂത്തിൻ്റെയും ഇന്നത്തെ ഒരു ബിസിനസ് ടോട്ടൽ എക്കോസിസ്റ്റത്തിനെയും പെരിന്തൽമണ്ണയ്ക്ക് കിട്ടിയ ഏറ്റവും ഒരു സപ്പോർട്ടിങ് ഈവൻ്റാണ് സ്കെയിലപ്പ് ഈവൻ്റ്. ഫ്രണ്ട് എക്കോസിസ്റ്റം പാർട്ട്നേഴ്സിനെ നമുക്ക് ഒന്നിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ ഒരു എക്കോസിസ്റ്റം വരുമ്പോഴത്തേക്കും കൂടുതൽ സംരംഭകർ വരും, കൂടുതൽ തൊഴിലവസരങ്ങൾ വരും. നജീബ് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. വളരെ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ പല കാര്യങ്ങളും സാധിക്കും. ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ നന്നായി. So that was the highlight from the first day of India's first fusion conclave, the ScaleUp Conclave 2024. And once again, ee vediyilekku ബഹുമാന്യനായ പെരിന്തൽമണ്ണ MLA ശ്രീ നജീബ് കാന്തപുരം അവർകളെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ to give away yet another prestigious award of the ScaleUp Conclave 2024. May we once again be graced by the presence of the Honorable MLA Sri Najeeb Kanthapuram. And right now, we are about to bestow the Excellence in Constructions Award. And that award goes to the founder of Build World, Mr. Firoz Kalathil. Mr. Firoz Kalathil, it would be a real honor if you could join with us and kindly receive the Excellence in Constructions Award from Honorable MLA. And ladies and gentlemen, kindly put together your hands as we welcome the founder of the Build World, Firoz Kalathil. Come on everyone, please put together your hands. Yes. രാവിലെയാണ് നമ്മളെല്ലാവരും കുറച്ച് ഊർജ്ജസ്വലരായി നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. ആൻഡ് ഈ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിൽ എല്ലാവരും തന്നെ നിങ്ങളുടെ ബിസിനസ് സ്കെയിലപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഉയർച്ചകളിൽ എത്തുക എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം. നമുക്ക് നമ്മളുടെ ആഗ്രഹങ്ങൾ നമുക്ക് നല്ലപോലെ കരഘോഷത്തോടുകൂടി സന്തോഷത്തോടുകൂടി തന്നെ ഈ നമുക്ക് എല്ലാവരെയും അറിയിക്കാം. സോ വൺസ് അഗൈൻ can we give a huge round of applause please? Better. Thank you sir. Thank you MLA. Thank you Mr. Firoz Kalathil. And with that, now we are moving on to a partner talk. We have been partnered by a very wonderful, very strong entrepreneur who is none other than the Managing Director and CEO of the Euphory Codes Private Limited. With us, we have Mr. Jabir Chennari and his team. May I invite onto the stage Mr. Jabir Chennari, the CEO of Euphory Coders Private Limited, Mr. Muhammad Ismail, the founder of Euphory Coders Private Limited, Mr. Muhammad Safan, the Chief Operations Officer, and Mr. Hashim Rahman, the Chief Marketing Officer at Euphory Coders Private Limited. Joining with us for the next partners talk, we have the incredible team, the very strong, the visionary team of the Euphory Coders Private Limited. Can we kindly have the 4 of you on the stage? Joining with us, we now have the reputed CEO, Mr. Jabir Chennari, the founder, Muhammad Ismail, the Chief Operations Officer, Mr. Muhammad Safwan, and the Chief Marketing Officer, Mr. Hashim Rahman. Thank you so much for joining with us. Thank you so much for partnering with us. And we are excited to know what you have to share with us.
Alright everyone, so it's the time നമ്മളിപ്പോൾ കുറച്ചുകൂടെ വളരെ സ്പെഷ്യലായ ഒരു കാര്യം കൂടെ വിറ്റ്നസ് ചെയ്യാൻ പോവുകയാണ്. We are about to witness something so special and that is always going to be in the history of the UFO Recorders Private Limited. But before that, let's listen to what exciting things that the CEO of UFO Recorders, Mr. Jabir Chennari, has to share with us. Alright, so നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ we are about to witness the website launch of UFO Recorders Private Limited. UFO Recorders in ScaleUp Conclave 2024ന്റെ ഭാഗമായി നമ്മളുടെ പാർട്ട്നേഴ്സിൻ്റെ ഒരു വെബ്സൈറ്റ് ലോഞ്ചിന് നമ്മൾ ഇവരും സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. And that honorable act will be taken care of or will be launched by none other than the very dear MLA of the whole of Perinthalmanna, Sri Najeeb Kanthapuram sir. Alright everyone, please unite with us in welcoming this new website, the website for the UFO Recorders Private Limited. Alright, so thank you so much. I hope that you're all excited that ഇത്രയും വലിയൊരു മേജർ ഇവന്റിന്റെ ഇടയിലാണ് അതിപ്പോൾ നമ്മളുടെ കേരളത്തിന്റെ വ്യവസായ മേഖലയിൽ തന്നെ ഒരു വലിയ വ്യത്യാസം കൊണ്ടുവരുത്തുന്ന ഈ ഒരു വലിയ പ്രസ്റ്റീജിയസ് ഇവന്റിന്റെ ഭാഗമായി വെബ്സൈറ്റ് ലോഞ്ച് അതോടൊപ്പം തന്നെ the logo reveal is happening for the UFO Recorders Private Limited, and here we're gonna see the logo for the UFO Recorders. And here, my people, that is the logo for the UFO Recorders Private Limited. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ലോഗോ ആയി ഇത് മാറട്ടെ എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ബിഹാഫിൽ ഞാനിത് ആശംസിക്കുകയാണ്. And with that, let me invite to share with us a few words the CEO of UFO Recorders, Mr. Jabir Chennari. Good afternoon, all. First of all,
I'm very thankful to the team, ScaleUp, especially the main coordinators, and also our Honorable MLA, Najeeb Kanthapuram sir, for giving this wonderful opportunity. Myself, Jabir Chandari, CEO, U4 Recorders Private Limited, Bangalore. എന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല, കാരണം ഞാൻ ഈ നാട്ടുകാരനാണ്. ഞാനും പെരിന്തൽമണ്ണക്കാരനാണ്. ഇവിടെ വേദിയിലിരിക്കുന്ന മിക്ക ആളുകളും എന്നെ പേഴ്സണലായിട്ട് അറിയുന്നവരാണ്, ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളതാണ്. എന്താണ് യൂഫോറിക് ഓർഡേഴ്സ്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു കൺസെപ്റ്റ് എന്തിന് ബിൽഡ് ചെയ്തു എന്നതിന് പറയുന്നതിന് മുമ്പായിട്ട് തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ മദർ കമ്പനിയെക്കുറിച്ചാണ്. നമുക്കറിയാം, നമുക്കെവർക്കും അറിയുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലയിലും IT രംഗത്തും 8 വർഷത്തോളമായി മുന്നിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ കയ്യൊപ്പ് തെളിയിച്ച മുഹമ്മദ് ഇസ്മായിൽ സർ, അദ്ദേഹത്തിൻ്റെ ഫോർകാസ്റ്റിംഗ് ഒരുപാട് കാലങ്ങളായിട്ട് ബിസിനസ് രംഗത്തും അതുപോലെ സാമൂഹിക പ്രവർത്തനങ്ങളിലും മുന്നിട്ട് നിന്ന് നമ്മളോടൊപ്പം സാധാരണക്കാരനായ അദ്ദേഹം ചെയർമാൻ ആയിട്ടുള്ള ഡിജിബിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയാണ് U4 Recorders പ്രൈവറ്റ് ലിമിറ്റഡ്. ഡിജിബിസിനെ കുറിച്ച് പറയുകയാണ്, അല്ലെങ്കിൽ ഡിജിബിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് ദിവസങ്ങളിൽ നമ്മൾ ഈ സ്റ്റേജിൽ കൂടുതലായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI ആണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. AI ഇനി ഒരുപാട് ജോലി സാധ്യതകൾ ഇല്ലാണ്ടാക്കും എന്നുള്ളൊരു ടോക്ക് ഇന്നലെ വരെ നമ്മുടെ സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു കാലഘട്ടം വരാനുണ്ട് എന്ന് 2016 തന്നെ നമ്മൾ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ബോധവൽക്കരണം ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻസ് കേരളത്തിലുടനീളം നമുക്കിങ്ങനെ ഒരു കാലഘട്ടം വരാനുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഇൻ്റർനെറ്റ് അത്രത്തോളം ഫെമിലിയർ അല്ല. നമുക്കറിയാം, നമ്മളൊക്കെ ജിയോ വന്നതിന് ശേഷമാണ് നമ്മൾ കൂടുതലായിട്ടും ഇൻ്റർനെറ്റ് സുലഭമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. മറ്റുള്ളത് മന്ത്ലി നമുക്കൊരു 1 GB ഒക്കെയാണ് നമുക്ക് ഉണ്ടായിരുന്നൊരു കാലഘട്ടം. നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയിക്കാൻ അറിയാം. ആ ഒരു സമയത്ത് വളരെ റയറായിട്ട് ആവശ്യങ്ങൾക്ക് മാത്രം യൂസ് ചെയ്തുകൊണ്ടൊരു കാലഘട്ടം. ഇന്ന് നമ്മളത് മാറ്റം വരുത്തി പെർ ഡേ 2 GB അല്ലെങ്കിൽ 5 GB ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറി വന്നിട്ടുണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് ഇങ്ങനെയല്ല. പക്ഷേ അന്നേ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഒരുപാട് സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കി ഒരുപാട് പേർക്ക് ജോലി സാധ്യതകൾ ചെയ്തു കൊടുത്തൊരു കമ്പനിയാണ് ഡിജിബിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. AI ഇനിയൊരു കാലഘട്ടം എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ AI കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ട്രഡീഷണൽ ബിസിനസ്സെ എന്ന് മാറില്ല എന്നുള്ളൊരു കോൺസെപ്റ്റിൽ, അല്ലെങ്കിൽ നമ്മൾ കാലഘട്ടങ്ങളിലായിട്ട് അല്ലെങ്കിൽ നമ്മൾ പാരമ്പര്യമായിട്ട് നടന്നുകൊണ്ടിരുന്ന ബിസിനസ്സാണ്. ആ ഒരു ബിസിനസ് നമുക്കതിൽ നിന്ന് മാറ്റം കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു മാർക്കറ്റിൽ നിന്നും മാറി നിൽക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. കാരണം ടെക്നോളജി അത്രയും ഫാസ്റ്റാണ്. ഫാസ്റ്റായിട്ട് എന്തൊക്കെ പ്രൊഡക്ട്സ് ആണോ ഡെലിവറി ചെയ്യാൻ പറ്റുന്നത്, ഫാസ്റ്റായിട്ട് എന്തൊക്കെയാണോ കിട്ടുന്നത്, അതിലേക്ക് ആളുകൾ നോക്കി തുടങ്ങി. അപ്പോൾ നമ്മളും ഈ ഒരു കാലഘട്ടത്തിൽ എത്രയോ കാലം മുൻപ് തന്നെ ഈ ഒരു വിഷൻ നമുക്കുണ്ട് എന്നും ഫ്യൂച്ചറിൽ ഇത്രത്തോളം ഇതിനൊരു സൊല്യൂഷൻ കാണണമെന്നും നമ്മൾ കണ്ടുകൊണ്ടാണ് നമ്മൾ 2016 മുതൽക്കേ ഇതിനെക്കുറിച്ചുള്ള റിസർച്ചും കാര്യങ്ങളും ചെയ്ത് ഇന്ന്
അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂഫോറിക് ഓർഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടും ഇതിനു വേണ്ടി തന്നെയാണ്. ആധുനികമായിട്ടുള്ള ടെക്നോളജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് നിലവിലുള്ള പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് ഇന്നും നമ്മൾ ഇത്രത്തോളം വേൾഡ് എന്താ പറയുക, ഇത്രത്തോളം നമ്മൾ ഗ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മൈന്യൂട്ടായിട്ട് ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്നും എക്സിസ്റ്റിംഗ് ആയി നിൽക്കുന്നുണ്ട്. ആരും ശ്രദ്ധയിൽപ്പെടാത്ത അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്നും നിലവിലുണ്ട്. അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ടെക്നോളജി യൂസ് ചെയ്തിട്ട് അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ യൂഫോറിക് ഓർഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. ഇന്നലെ നമ്മുടെ എക്സിബിഷൻ സ്റ്റാളിൽ കൂടുതലായും സെല് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ സ്റ്റാളുകളിൽ, എല്ലാ സ്റ്റാളുകളിലും സെല് ചെയ്യപ്പെട്ടുള്ള സംഭവം നോട്ടീസാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ വേസ്റ്റ് ആക്കപ്പെട്ടിട്ടുള്ളതും ഇതേ സാധനം തന്നെയാണ്. ഓരോ സ്റ്റാളിലും അത്യാവശ്യം ആയിരക്കണക്കിന് പോസ്റ്റേഴ്സുകളും ബ്രൗഷേഴ്സുകളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് അത് ആളുകൾ സ്വീകരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ നോട്ടീസ് ചെയ്തത്, നിങ്ങളുടെ അടുത്ത് ഇതിൻ്റെ സോഫ്റ്റ് കോപ്പി ഉണ്ടോ? സോഫ്റ്റ് കോപ്പി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്ത് തന്നാൽ മതി, ഇത് വേസ്റ്റ് ആക്കണ്ട എന്ന് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട്. ഞാനത് കേട്ടുകൊണ്ട് പറയാണ്, നിങ്ങളിതിൻ്റെ സോഫ്റ്റ് കോപ്പി ഷെയർ ചെയ്ത് തന്നാൽ മതി എന്നുള്ളത്. എന്ന് വെച്ചാൽ മീൻസ് ആ ഒരു സിസ്റ്റം കഴിഞ്ഞു പോയി. ആ ബ്രൗഷേഴ്സ് ആരും വായിക്കുന്നില്ല. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യാനുള്ള കാര്യത്തിലേക്ക് പോവുകയാണ്. അതൊരു മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരാം. ഇന്നലെ തോന്നിയ ഒരു ഐഡിയ ആണ്. അങ്ങനെ നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ട് അതിനൊക്കെ സൊല്യൂഷൻസ് കണ്ടെത്തലാണ് നമ്മൾ യൂഫോറിക് ഓർഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നിലവിൽ 10ഓളം ഐഡിയാസ് ഡെവലപ്മെൻറ്റ് സൈഡിലാണ്. അതിൽ 3 അതിൻ്റെ ഫൈനൽ കൺസെപ്റ്റിലേക്ക് എത്തി. അതിനായിരുന്നു ഇപ്പം നമ്മൾ നിലവിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരെണ്ണം വൈ ബോക്സ്, നിങ്ങൾ ലോഗോ കണ്ടിട്ടുണ്ടാവും. വൈ ബോക്സ് എന്താണെന്നുള്ളത് ഞാൻ ഷോർട്ടായിട്ടൊന്ന് പറയാം. വൈ ബോക്സ് നമ്മളൊക്കെ പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. നമ്മൾ മൊബൈൽ ഫോൺസ്, അതുപോലെ സ്മാർട്ട് ഫോൺസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ഇത്തരം ഫോണുകൾ അല്ലെങ്കിൽ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസുകൾ, ഇപ്പോൾ ഈവൻ നമ്മളൊരു എന്ത് പ്രൊഡക്റ്റാണോ നമ്മുടെ കയ്യിൽ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടലായിട്ടുള്ള എന്ന് എക്സ്പയറി വരും അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് തുടങ്ങിയുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും നമുക്കൊരു ആപ്പിലേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ കൺസെപ്റ്റാണ് നമ്മൾ വൈ ബോക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമുക്കറിയാം ടൈം ബുക്ക് നമ്മൾ വാല്യൂ ഫോർ മണി, ടൈം ഈസ് വാല്യൂ ഫോർ മണി എന്ന് നമ്മളെല്ലാവരും പറയാറുണ്ട്. ടൈം ഈസ് വാല്യൂ ആസ് മണി. അതിന് ഒരു വാല്യൂ കൊണ്ടുവരിക എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ സമയം എങ്ങനെയൊക്കെയാണ് വിനിയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോഴും പല സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് ടൈം നമുക്ക് അനാവശ്യമായി വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു വെയിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും വളരെ നമ്മുടെ നിലവിലുള്ള ടോപ്പ് കൺസെപ്റ്റ് ക്രൈഗാണ്. ക്രൈഗ് നമ്മുടെ എംപ്ലോയീസ് ആൻഡ് നിലവിൽ എന്താ പറയുക, ഒരുപാട് എൻ്റർപ്രനേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് എംപ്ലോയീസും എംപ്ലോയറും തമ്മിലുള്ള ഒരുപാട് പ്രോബ്ലംസുകൾ. ഇതിനുള്ള സൊല്യൂഷൻ കൊണ്ടുവരലാണ് നമ്മൾ ഈ 3 കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. സമയം വാല്യൂ ആസ് മണി എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെയും നിങ്ങളുടെ ഓരോരുത്തരും ടൈമും നമ്മൾ വിലയിരുത്തിക്കൊണ്ട് തന്നെ ഇനി ഒരുപാട് പ്രോഗ്രാംസുകൾ ഇവിടെ സ്റ്റേജിൽ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രൊഡക്ട്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ നമ്മുടെ എക്സിബിഷൻ സ്റ്റാളിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. സ്റ്റാൾ നമ്പർ 5051 യൂഫോറിക് ഓർഡേഴ്സിൻ്റെ സ്റ്റാളാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടെ വിസിറ്റ് ചെയ്യാം. നമ്മുടെ പ്രൊഡക്ട്സിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മുടെ സ്റ്റാഫുകൾ ഷെയർ ചെയ്ത് തരുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡയറക്ടേഴ്സിനെ മീറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം. അവരെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ സൗകര്യം വരുത്തി തരുന്നതാണ്. ഇന്നലെയും ഇന്നുമായിട്ട് നമ്മളിവിടെ ഫുള്ളി അവൈലബിൾ ആണ്. കാരണം സ്കെയിലപ്പ് എന്നുള്ള പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം ഇത് പെരിന്തൽമണ്ണയിൽ വന്നത് തന്നെ നമ്മൾ വളരെ സന്തോഷമാണ്. കാരണം ഇത്തരത്തിലുള്ള പ്രോഗ്രാംസുകൾ
നമ്മൾ മറ്റുള്ള ജില്ലകളിൽ അല്ലെങ്കിൽ കാലിക്കറ്റ്, എറണാകുളം, ട്രിവാൻഡ്രം തുടങ്ങിയുള്ള ജില്ലകളിൽ മാത്രമാണ് കണ്ടുവരുന്നത്, അല്ലെങ്കിൽ ബാംഗ്ലൂർ, ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലാണ് ഉണ്ടാവാറ്. ഇത് നമ്മുടെ നാട്ടിൽ ഇത്രത്തോളം പ്രോഗ്രാംസുകൾ ഇനിയും ഒരുപാട് വരട്ടെ എന്ന് വരുന്ന സമയത്ത് നമുക്ക് അത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രത്തോളം നമ്മളത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനിയും സ്കെയിലപ്പിൻ്റെ ഉള്ള പ്രോഗ്രാംസുകളിൽ U4 റിക്കോർഡേഴ്സ് എന്നും ഒരു ഭാഗമായിട്ട് തന്നെ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. Thank you so much, Mr. Jabir Chanari. And of course, Ellavarum Markanda, there are a lot of innovative products that they have to offer, and you can know about it all at the at the stall 5051. So please don't forget. And now നമുക്ക് ഒരു അവാർഡിംഗ് സെറമണിയിലേക്ക് കിടക്കാം. അവാർഡ് കൊടുക്കുന്നത് മറ്റാർക്കുമല്ല, യുഫോറി കോഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഫൗണ്ടറായ ശ്രീ മുഹമ്മദ് ഇസ്മായിൽ അവർകൾക്കാണ്. May we kindly have the joy of having Mr. Muhammad Ismail, the founder of Euphory Coders Private Limited, with us. And also may I humbly request the presence of Mr. P.M. Riaz, the General Manager of Kerala Knowledge Economy Mission, to kindly hand over this prestigious award to Mr. Muhammad Ismail. Ladies and gentlemen, that is Mr. Muhammad Ismail receiving the awards by the ScaleUp Conclave 2024, the Career Development Recognition. Thank you so much for applauding. Thank you so much for cheering. That is the spirit we are hoping for. So now, നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സെഷനിലേക്ക് കിടക്കാം. ഹ്യൂമർ മൈ ഇഗ്നറൻസ്. എൻ്റെ അറിവില്ലായ്മയെ നിങ്ങൾക്ക് ഉറപ്പായും പ്ലീസ് ഗോ ഹെഡ് ആൻഡ് കളിയാക്കാം. പക്ഷേ ഞാനിവിടെ വന്നിട്ടാണ് ഓണസ്റ്റ്ലി സ്പീക്കിംഗ് യൂണിക്കോൺ എന്നുള്ളൊരു പദം അറിയുന്നത്. യൂണിക്കോൺ എന്നൊരു പദം എനിക്കിതിനു മുമ്പ് എല്ലാം എന്ന് പറഞ്ഞാൽ എൻ്റെ നീസിൻ്റെ കാർട്ടൂൺ ബുക്സിൽ മാത്രമായിരുന്നു. someone with that cone and that, like, you know, that fancy creature, the mythical creature. But ഇന്നലെ വന്നതിന് ശേഷമാണ് I got very curious about the term, and I was like, what exactly is a unicorn? And I go to know that it is a terminology in the venture capital industry that is used to describe a startup company that was valued at $1 billion or more. And I was so surprised. നമ്മളുടെ കേരളത്തിലെ ആദ്യത്തെ യൂണിക്കോൺ കമ്പനി പിറവി കൊണ്ടത് ഈ പെരിന്തൽമണ്ണയിൽ നിന്നാണ്. ഓപ്പൺ എന്ന് പറയുന്ന ഒരു ഫിൻടെക് സ്റ്റാർട്ടപ്പാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ യൂണിക്കോൺ എന്ന് പറയുന്നത്. ആ യൂണിക്കോണിൻ്റെ esteemed co-founder, CFO and head of revenue and growth, Ms. Dina Jacob, is about to head the next session for us at the ScaleUp Conclave 2024. So let me invite onto the stage Ms. Dina Jacob, the co-founder, CFO and head of revenue and growth of Open, the fintech startup which offers a neo-banking service for the SMEs and startups. And she has over 18 years of experience in building and establishing the finance terms from scratch for early stage startups. Honestly speaking, very inspiring, very impressive, and we are just waiting to know what you have got to share with us. So here start the session, the Meet the Unicorns by Dina Jacob. Thank you so much, ma'am. Good morning, Perinthalmanna. ഇവിടെ വരുമ്പം ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഉള്ള ഊർജം, യൂണിക്കോണും 100th ഞങ്ങൾ എന്തൊക്കെ ആഘോഷിച്ചോ അതിലൊക്കെ ഉപരിയാണ്. കാരണം ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തത് പേരും പ്രശംസയും എല്ലാം ഈ നാടിന് കൊണ്ടുവരാൻ പോകുന്ന ഈ പെരിന്തൽമണ്ണയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജേർണി പൂർണ്ണമല്ല. ഞാൻ അനീഷ് അച്യുതനെ കൂടെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചില്ല എങ്കിൽ പെരിന്തൽമണ്ണയിൽ ജനിച്ച് വളർന്ന് ഇവിടുന്ന് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത അനീഷ്, പ്ലീസ് ജോയിൻ മീ ഓൺ ദിസ്. സോ ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്നുള്ള ഒരു ജേർണിയുടെ തുടക്കം എനിക്ക് തോന്നുന്നു അനീഷ് തന്നെയാണ് ദ ബെസ്റ്റ് പേഴ്സൺ ടു സ്റ്റാർട്ട് വിത്ത്. ഹൗ വാസ് എ ഗ്രോയിങ് അപ്പ് ഡേയ്സ് ഇൻ പെരിന്തൽമണ്ണ, ബിക്കോസ് വി വോണ്ട് ടു ബ്രിങ് ടു യു how can a journey from Kerala go through a different path altogether to the point where we are standing here. Are we celebrating valuations, as it was just mentioned?
It's not about valuations, and we both believe, and all of us co-founders, when we founded this company, there was this faith and belief, let's do something which we can make an impact to the society. And that remains our motto. Still, with this, let's start that unicorn journey till unicorn. Unicorn we consider as a pit stop, and there's a long way to go ahead. But let's start with the journey. Anish, over to you. സോ ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു യൂണിക്കോൺ ജേർണി, ഓപ്പണിൻ്റെ യൂണിക്കോൺ ജേർണിയെക്കാളിലും ഉപരി അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു മനസ്സിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് യൂണിക്കോൺ പോട്ടെ, നമുക്ക് ഒരു സ്റ്റാർട്ടപ്പിൻ്റെ എക്കോസിസ്റ്റം ഇൻ ടേംസ് ഓഫ് എങ്ങനെ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാം, അത് ഗ്രോ ചെയ്യാം, അതിൻ്റെ ഇടയിൽ വരുന്ന കുറേ ചലഞ്ചസ്, ഇത് നമ്മൾക്ക് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒരു ഇൻസ്പിറേഷനോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ടേക്ക് അവേ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് വാട്ട് പ്രോബബ്ലി വിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം അതായിരിക്കും കുറച്ചുകൂടെ സന്തോഷം കിട്ടുന്നത്. കാരണം ഒന്നുമല്ലാതിരുന്ന സമയത്തും പലപ്പോഴും ഇതുപോലുള്ള പല ജേർണികളുടെയും അല്ലെങ്കിൽ പല ഓൺടർപ്രണേഴ്സിൻ്റെയും ചെറുതും വലുതുമായ ഓൺടർപ്രണേഴ്സിൻ്റെയും സ്റ്റോറീസ് കേട്ടുകൊണ്ടാണ് അത് എൻ്റെ ഓൺടർപ്രണർഷിപ്പ് ജേർണിക്ക് ഭയങ്കര ഇൻസ്പയർ ആയിട്ടുള്ളത്. മേ ബി ഐ സ്റ്റാർട്ട് വിത്ത് ഓപ്പൺ എങ്ങനെ തുടങ്ങി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പറയാം. അതിനു മുമ്പ് മേ ബി ഒരു 30 സെക്കൻഡ് ഇൻട്രൊഡക്ഷൻ അബൌട്ട് ബോത്ത് മീ ആൻഡ് ദീന. ഞാൻ എൻ്റെ ഓൺടർപ്രണർഷിപ്പ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 2000-ലാണ്. ഞാനൊരു 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം മലയാള മനോരമയുടെ ഒരു സൺഡേ സപ്ലിമെൻറ്റിൽ ഹോട്ട്മെയിലിൻ്റെ സബീർ ഭാട്ടിയെക്കുറിച്ചുള്ള ഒരു സ്റ്റോറി വായിച്ചു. അദ്ദേഹം ഹയർ എഡ്യൂക്കേഷൻ പഠിക്കാൻ വേണ്ടി യു എസിലെത്തി. അങ്ങനെ ഒരു പുള്ളിക്കാരന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പം പുള്ളി എങ്ങനെ പുള്ളിയുടെ കയ്യിൽ പക്ഷേ ബിസിനസ് തുടങ്ങാനുള്ള കാശുണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളി എങ്ങനെ വെഞ്ചർ ക്യാപിറ്റൽസ് എന്ന ഒരു സിസ്റ്റം വഴി പുള്ളി ഫണ്ട് റേസ് ചെയ്തു. അപ്പോൾ അതാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്. മേ ബി ലൈക്ക് ഓക്കെ, ഒരു ഓൺടർപ്രണറായിട്ട് ജനിക്കണമെങ്കിൽ, ഒരു ബിസിനസ്സുകാരനായിട്ട് ജനിക്കണമെങ്കിൽ, ഞാൻ അതുവരെ വിചാരിച്ചിരുന്നത് വീട്ടുകാർക്ക് അല്ലെങ്കിൽ കുടുംബക്കാർക്ക് കാശുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പെരിന്തൽമണ്ണയിലൊക്കെ ഇറങ്ങിയ ആൾക്കാരുടെ അടുത്ത്, എൻ്റെ ക്ലാസ്സിലൊക്കെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു, ഓക്കെ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, നമുക്കിപ്പോൾ ഈ .com ഒക്കെ ബൂമായി വരുവാണ് 2000-2001. ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അതിൽ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സംഭവമുണ്ട്. അപ്പോൾ ആദ്യം കുറേ പേരൊക്കെ ചിരിച്ചു തള്ളി, ഒബ്വിയസ്ലി ഫ്രം ദിസ് തിങ്. അപ്പം ഞാൻ വിചാരിച്ചു ഈ പെരിന്തൽമണ്ണിൽ ഇരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഈ ആൾക്കാർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയാത്തത്, ഈ .com ഇൻ്റർനെറ്റും വെഞ്ചർ ക്യാപിറ്റൽസും. മേ ബി ട്രിവാൻഡ്രം പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കും. അങ്ങനെയാണ് ഞാൻ എൻ്റെ 10th വീട്ടിൽ നിന്ന് ഐ റാൻ അവേ ടു ദിസ് സിറ്റി കോൾഡ് ട്രിവാൻഡ്രം. അവിടേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് പിന്നെയും മനസ്സിലായത് സിറ്റുവേഷൻ വാസ് ഓൾമോസ്റ്റ് ദ സെയിം തിങ്. എനിവേ സ്റ്റോറി ഷോർട്ട്, ഞാനൊരു 4-5 വർഷം എനിക്ക് ട്രിവാൻഡ്രത്തൊരു ഇൻ്റർനെറ്റ് കഫേയിലിരുന്ന് ഞാൻ എൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് ചെയ്തു. അന്ന് താമസിക്കാനൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരു ശ്രീകണ്ഠേശ്വരൻ ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ടെമ്പിളിൽ 4 കൊല്ലം ഇത് ചെയ്തു. കാരണം റിയലൈസ് ദാറ്റ് ഒക്കെ ദേ യൂസ് ടു ഗിവ് മീ ഫ്രീ ഫുഡ് ആൻഡ് ദിസ് തിങ്. ആൻഡ് ആ ജേർണിയിൽ നിന്ന് പിന്നെ ഫസ്റ്റ് സ്റ്റാർട്ടപ്പിനെ ഏഷ്യാനെറ്റ് അക്വയർ ചെയ്തു. അങ്ങനെ ഒരു 10-15 വർഷം 3-4 സ്റ്റാർട്ടപ്പുകൾ ചെയ്തു. അതിൻ്റെ ഇടയിൽ വലിയ പരാജയങ്ങളുണ്ടായിരുന്നു. ഇഷ്ടം പോലെ ചില സമയത്തൊക്കെ നമ്മൾ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് ഫിനാൻസേഴ്സിൻ്റെ നിന്ന് വരെ കാശെടുത്തുള്ള അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത മകൻ എന്തൊക്കെയോ ഒരു സ്ഥലത്ത് ചെയ്യുന്നു, പക്ഷേ അവരെ തേടി പ്രൈവറ്റ് ഫിനാൻസേഴ്സൊക്കെ പെരിന്തൽമണ്ണ വീട്ടിലെത്തിയിട്ടുണ്ട് ബേസിക്കലി. അപ്പം കൂടുതൽ പ്രസിദ്ധിയെക്കാട്ടിലും കൂടുതൽ കുപ്രസിദ്ധിയായിരുന്നു ആദ്യത്തെ ഉള്ളൊരു സിറ്റുവേഷനിൽ. അങ്ങനെ ഈ ഒരു ജേർണിയുടെ ഇടയ്ക്ക് 2-3 വലിയ കമ്പനികളിൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. പേയു, സിട്രസ് പേ, അവരുടെ സീനിയർ മാനേജ്മെൻറ്റ് ലെവലിൽ പ്രവർത്തിച്ചു. അങ്ങനെയായിരുന്നു എൻ്റെ 2017 വരെയുള്ള ഒരു കരിയർ. Dina, maybe why don't you talk about your journey till 2017? കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു മല്ലപ്പള്ളി എന്ന് പറയുന്ന വളരെ ഒരു കൊച്ചു ഗ്രാമത്തിൽ വളർന്ന ആളാണ് ഞാൻ. അവിടെ എൻ്റെ പേരൻസ് 2 പേരും കോളേജ് പ്രൊഫസേഴ്സ് ആയിരുന്നു. ആസ് യൂഷ്വൽ ഇൻ സൊസൈറ്റി വി ഹാഡ് ദിസ് പ്രഷർ ഓഫ് തരക്കേടില്ലാതെ പഠിക്കുമായിരുന്നു. അപ്പോൾ ഹാഡ് ദ പ്രഷർ ഓഫ് either you become a doctor or an engineer. That was a growing up norm during those days. And when I thought about എനിക്കത് ചെയ്യണോ എന്ന് എന്നോട് തന്നെ ചോദിക്കുമ്പോൾ പലപ്പോഴും ഉത്തരം വേണ്ട എന്നായിരുന്നു. ആൻഡ് ഐ ഓൾസോ ഫൗണ്ട് ഔട്ട് ദാറ്റ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്ന ആൾക്കാരുടെ കൂടെ ഇരിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സോൾവ് ചെയ്യുക, ആൾക്കാരെ പോയി കാണുക, ഇതൊക്കെ തന്നെയായിരുന്നു എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. അങ്ങനെ പഠിച്ചു. പക്ഷേ
societal pressure, I was forced to choose, or rather, ആരെയും ഒരു മോശമാവാതിരിക്കാൻ വേണ്ടി പേരൻസിന് വേണ്ടി അവരോടുള്ള സ്നേഹത്തിൽ നിന്ന് തന്നെയാണ്, അവരെ പ്രഷർ ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ ലിറ്ററേച്ചർ ഇഷ്ടപ്പെട്ട ഞാൻ, ജേർണലിസം ഇഷ്ടപ്പെട്ട ഞാൻ, എന്നാൽ മെഡിസിനോ എഞ്ചിനീയറിങ്ങോ ചെയ്യാം എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. And till 12th did my ISc science, all of that in Kerala. And then one day suddenly I decided out of a career counseling that maybe I have my heart in economics, business, all of that. And one of the chartered accountants came and said, CA is a great profession. Appare switch matti, karanam okay, third oru profession kudi undu. Maybe I can try, because nobody was there in the family who was into accounting or who was into commerce. Everybody was in science or literature. And then I took a different path. I would say that was the first time I ever decided something for myself. And അന്ന് തൊട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ചില കാര്യങ്ങളാണ് എൻ്റർപ്രണർ ജേർണിയിലും ഞാൻ എന്തൊക്കെ ക്ലാസ്സിൽ പഠിച്ചോ അതിലും കൂടുതൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. Can you decide things for yourself? Can you stand up for something that you really want? And can you be driven by your passion and follow your heart? അപ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ട് CA ചെയ്തു. അത് കഴിഞ്ഞിട്ടൊരു ടിപ്പിക്കൽ കരിയറിലോട്ട് പോയി. അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ പല സംരംഭങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് entrepreneurial venture again I started from Trivandrum and miserably failed again. ഞങ്ങൾക്കെല്ലാം Trivandrum connection ഉണ്ട്. And after that, the first time, and have been into the startup ecosystem for the last 12 years. ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത് തന്നെ ഞാൻ പ്രീവിയസ് ഒരു കമ്പനി ടാക്സി ഫോർ ഷോറിൻ്റെ ഹെഡ് ഓഫ് ഫിനാൻസ് ആയിട്ടിരിക്കുന്ന സമയത്താണ് അനീഷ് മേബിൾ അജീഷിൻ്റെ പ്രീവിയസ് സ്റ്റാർട്ടപ്പായ സ്വിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഒരു ബ്രില്യൻ സൊല്യൂഷനിങ് ചെയ്യുന്നത്. ദാറ്റ് ടൈം ഐ റിയലൈസ് വൗ ദർ ഇസ് എ ടീം ഹു റിയലി ക്യാൻ ഡു തിങ്സ്. അങ്ങനെയാണ് ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗ്. ആൻഡ് ടു ഓൾ ദ വേ ടു 2017 ഓപ്പൺ എന്ന സംരംഭത്തിന് തുടക്കമിടുന്ന ജേർണി ഇന്ന് 6.5 വർഷം തികച്ചു നിൽക്കുന്ന ഒരു ജേർണി ആയിട്ടിരിക്കുന്നത്. ഇതിനകത്ത് ഒരു കാര്യം ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത്, ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ വി ഹാഡ് അനീഷ് ഹു ഈസ് എൻ ആബ്സല്യൂട്ട് ഡ്രീമർ ആൻഡ് എ ഡുവർ and who has got an amazing ability to figure out what happens with the customer, what they need and how to solve for that. അവിടെയായിരുന്നു തുടക്കം. അനീഷ്, maybe over to you for that. സോ ഐ തിങ്ക് നിങ്ങളെല്ലാവരും ഇതിൽ പുതിയതായിട്ട് നെക്സ്റ്റ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സംരംഭത്തിൽ വരുന്ന ഒരു കാര്യം മനസ്സിലാക്കേണ്ട, എപ്പോഴും ദ ഫൗണ്ടിങ് ടീം, ഗെറ്റിംഗ് ദ റൈറ്റ് ഫൗണ്ടിങ് ടീം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആദ്യത്തെ ഒരു കോ ഫൗണ്ടിങ് ടീം. ഞങ്ങളുടെ ഓപ്പണിൻ്റെ കേസിൽ ഞങ്ങൾ ഇതിന് പറഞ്ഞ പോലെ 4 ഫൗണ്ടേഴ്സാണ്. ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ സെക്കൻഡ് കോ ഫൗണ്ടർ ഈസ് മൈ വൈഫ് ആൻഡ് ദ തേർഡ് കോ ഫൗണ്ടർ ഈസ് ബ്രദർ. ആൻഡ് ദീന ഞങ്ങളുമായിട്ട് ബന്ധമൊന്നുമില്ല. ആക്ച്വലി ഒരു ഫാമിലി റൺ സ്റ്റാർട്ടപ്പ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു നെഗറ്റീവ് സെൻസാണ് ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ. ബിക്കോസ് പല കാര്യങ്ങളും നമ്മൾ ടേക്കൺ ആസ് ഗ്രാൻഡഡ് ആണ്. ഈ ഒരു കേസിൽ എൻ്റെയും മേബിളിൻ്റെയും ഇത് 5th സ്റ്റാർട്ടപ്പ് ആയിരുന്നു. അപ്പം ഞങ്ങളൊരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതിനിടയിലാണ് പരിചയപ്പെടുന്നതും പിന്നെ അതിൽ 2 സ്റ്റാർട്ടപ്പ് ചെയ്തതിന് ശേഷം അത് വിവാഹത്തിലെത്തുന്നതും ആയിരുന്നു. അപ്പോൾ 2017 ഞങ്ങൾ 4 പേരും ഞങ്ങളുടെ ഓപ്പണിൻ്റെ ഒരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പഴയ കമ്പനികളിൽ പേയു, സിട്രസ്, അതുപോലെ ദീന, ഓല, ടാക്സി ഫേഷർ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പം ഞങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പല ബിസിനസ്സുകാർക്കും അവരുടെ ബിസിനസ് ഫിനാൻസ് മാനേജ് ചെയ്യുന്നതിലാണ് അവർ ഏറ്റവും കൂടുതൽ സമയം പോകുന്നത്. ബിക്കോസ് അവരുടെ ബാങ്ക് അക്കൗണ്ടും അവരുടെ ടാലി പോലുള്ള അക്കൗണ്ടിങ് സിസ്റ്റവും അവരുടെ പേറോൾ സിസ്റ്റം അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഗേറ്റ് ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ കണക്റ്റഡ് അല്ല. ഇപ്പം വൈകുന്നേരം കട പൂട്ടി പോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മാസം ഇത് ചെയ്യുമ്പം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് ഇൻവോയ്സുമായിട്ട് വന്നോ കാശ് വന്നോ എന്നുള്ളത് എല്ലാം റിക്കൺസിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓട്ടോമേറ്റ് ചെയ്തുകൂടെ എന്നുള്ളൊരു ഐഡിയ, ഒരു തോട്ട് പ്രോസസ്സ് വന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ബാങ്ക് അക്കൗണ്ടാണ് ഒരു ബിസിനസ്സിൻ്റെ എല്ലാത്തിൻ്റെ ഒരു സെൻട്രൽ പോയിൻ്റ്. അവിടെയാണ് നമ്മുടെ ക്യാഷ് വരുന്നതും പുറത്തോട്ട് പോകുന്നതും. അപ്പം നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന 10 രൂപ ആരിൽ നിന്ന് വന്നു, എന്തിനു വന്നു, അത് പുറത്തോട്ട് പോകുമ്പോൾ അതൊരു സാലറി പേയ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു വെണ്ടർ പേയ്മെൻ്റ് ആയിട്ടോ ആർക്ക് പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടിങ് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്ന ടെക്നോളജികൾ പണ്ട് തൊട്ടേ ബാങ്കുകളിലുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്കൊരു നിയോ ബാങ്കിങ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് തുടങ്ങുക എന്നുള്ളതാണ്. ഇത് തുടങ്ങുന്ന സമയത്ത് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ 3-4 സ്റ്റാർട്ടപ്പൊക്കെ ചെയ്ത് അവസാനം പലതും പരാജയത്തിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ജോലികളിലിരുന്ന് നമ്മൾ മന്ത്ലി സാലറി ലേൺ ചെയ്യുമ്പം ഈ EMI എല്ലാം അടച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സേവിങ്സ് കാണത്തില്ല. ആൻഡ് നോർമലി എ പേഴ്സൺ ലൈക്ക് മീ, എനിക്ക് സേവിങ്സ് പറഞ്ഞൊരു ഹാബിറ്റേ ഇല്ലാത്തതാണ്. ഐ തിങ്ക് ഇത് സെയിം തിങ് വിത്ത് പ്രോബബ്ലി ദീന ആസ് വെൽ. അപ്പോൾ ഞങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിനുള്ള നിക്ഷേപം എവിടെ നിന്ന് കിട്ടുമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ
ഞങ്ങളുടെ ഇതിൽ ഞങ്ങളുടെ പേയുവിലും സിട്രസിലും വർക്ക് ചെയ്ത് എൻ്റെ ബോസസായിട്ട് വർക്ക് ചെയ്ത ഇപ്പോൾ പൈൻ ലാബ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ MD ആയിട്ടുള്ള അമരീഷ് റോവൻ ജിതൻ, ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ പുള്ളി ഒരു 2.5 crores ചെക്ക് എഴുതി തന്നു. അതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് മൂലധനം. ഇതിൽ നിന്നും ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത്, നമ്മളെപ്പോഴും പല സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വി വിൽ ക്രോസ് പാത്ത്സ് വിത്ത് ദ കൊളീഗ്സ് ഓർ അവരായിരിക്കും ഒരു പക്ഷേ നമുക്ക് വേണ്ടി ഇത് ചെയ്യുന്നത്. അപ്പം നെറ്റ്വർക്കിങ്ങും റിലേഷൻഷിപ്പും എപ്പോഴും നമ്മുടെ ജേർണിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് ടീം സെറ്റ് ചെയ്തു. ആദ്യത്തെ ഒരു 20 മെമ്പർ ടീം ഞങ്ങൾ ബാംഗ്ലൂരിലാണ് സെറ്റ് ചെയ്തത്. അതിൻ്റെ ഒരു ഫസ്റ്റ് 1 year തന്നെ നമുക്ക് ഒരു നെക്സ്റ്റ് റൗണ്ട് ഓഫ് ഫണ്ട് റേസിങ്, ഒരു 12 കോടിയുടെ ഫണ്ട് റേസിങ് വന്നു. ഇവിടെയും പറയാനുള്ളത്, ഈ ഫണ്ട് റേസിങ് എങ്ങനെ, എൻ്റെ അടുത്ത് ഈ 2 ദിവസങ്ങളിലും കുറേ ആൾക്കാർ ചോദിച്ചു, ഇൻവെസ്റ്റേഴ്സിനെ പരിചയപ്പെടുത്തി തരാമോ, ക്യാൻ യു ഇൻട്രൊഡ്യൂസ് ടു സം ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്, VCസിനെ പരിചയപ്പെടുത്തി കൊടുക്കാവോ? അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പോകുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഞാനും പണ്ട് ചോദിച്ചൊരു ചോദ്യമാണ്. ഇവിടെ ഓൺടർപ്രണേഴ്സ് സ്മാർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PR അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ്. അതായത് നിങ്ങളുടെ സ്റ്റാർട്ടപ്പിനെ കുറിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഇൻവെസ്റ്റർ എങ്ങനെയെങ്കിലും അറിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ്ഫുൾ. ബിക്കോസ് നമ്മൾ മനസ്സിലാക്കണം, നാളെ ഇപ്പം ദീന എന്നെ ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റോ ഏഞ്ചൽ ഇൻവെസ്റ്ററിനോ റെക്കമെൻഡ് ചെയ്താൽ പോലും അദ്ദേഹം ചിലപ്പം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം 100-200 സ്റ്റാർട്ടപ്പ് പ്രപ്പോസൽസ് ഓൺടർപ്രണേഴ്സ് അയാളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യും. അതിൽ നിന്നും 1-2 ആയിരിക്കും പുള്ളി ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, വെദർ ഇറ്റ് ഇസ് എ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഓർ ഏഞ്ചൽ ഇൻവെസ്റ്റർ. അതേസമയം പുള്ളി അങ്ങോട്ട് അറിഞ്ഞ് ചെല്ലുന്ന ഒരു സംരംഭത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പം നമുക്കിതെങ്ങനെ ചെയ്യാം എന്നുള്ളതായിരുന്നു. അപ്പം ഞങ്ങളുടെ ഓപ്പണിൻ്റെ കേസിൽ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ വി എൻഷുർഡ് ദാറ്റ് ദ മീഡിയ കവേഴ്സ് അസ്. എക്കണോമിക് ടൈംസും, ടൈംസ് ഓഫ് ഇന്ത്യയും, യുവർ സ്റ്റോറിയും, മാതൃഭൂമിയും, മലയാള മനോരമയും എല്ലാം നമ്മളെക്കുറിച്ചുള്ള ആർട്ടിക്കിൾസ് എഴുതുക എന്നുള്ളൂ. അപ്പം പലരും വിചാരിക്കും ഇതെല്ലാം ഭയങ്കര കോസ്റ്റ്ലി സംഭവങ്ങളല്ലേ എന്നുള്ളത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഇവിടെ മാതൃഭൂമിയുടെ ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു, റോഷൻ. ഞങ്ങളുടെയൊക്കെ ജേർണിയിൽ ഏറ്റവും കൂടുതൽ ഇപ്പം സപ്പോർട്ട് ചെയ്തൊരു ജേർണലിസ്റ്റാണ് റോഷൻ. അതുപോലെ നാഷണൽ വൈഡ് ആണെങ്കിൽ യുവർ സ്റ്റോറിയുടെ ശ്രദ്ധ. ഇവർക്കെല്ലാം നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാർട്ടപ്പിനെ, നിങ്ങളുടെ പ്രൊഡക്റ്റിനെയോ കവർ ചെയ്യുന്നതിന് they will be very happy, because ഈ പല ന്യൂസ് പേപ്പേഴ്സിനും സ്വന്തമായിട്ട് ഡെഡിക്കേറ്റഡ് സെഷൻസ് ഉണ്ട് ടു കവർ സ്റ്റാർട്ടപ്സ് ആൻഡ് ബിസിനസ്സസ്. ഞങ്ങളുടെ കേസിൽ ഈ ഒരു 12 കോടി റേസ് ചെയ്തപ്പം അത് ലീഡ് ചെയ്യാൻ വന്നത് ജപ്പാനിലെ റിലയൻസ് പോലെയുള്ള ഒരു 6ാമത്തെ വലിയൊരു കമ്പനിയായ റിക്രൂട്ട് ഗ്രൂപ്പായിരുന്നു. അവർ ജപ്പാനിലിരുന്നു കൊണ്ട് ഞങ്ങളുടെ എക്കണോമിക് ടൈംസിൽ വന്ന ചെറിയൊരു ആർട്ടിക്കിൾ കണ്ട് അവർ നോക്കിയപ്പോൾ അവർ നിയോ ബാങ്കിങ്ങിൽ ഇങ്ങനെ ഇന്ത്യയിലൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. They were looking to invest in neo banking, and that's when ഈ ജപ്പാനിലെ റിക്രൂട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് വന്നു. അവർ ആ റൗണ്ട് ലീഡ് ചെയ്തു. അതിൻ്റെ കൂടെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഫണ്ട് ഓഫ് ഫണ്ട്സ് ആയിട്ടുള്ള യൂണിക്കോൺ ഇന്ത്യ വെഞ്ചേഴ്സും അങ്ങനെ ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചേർന്നാണ് ഞങ്ങളുടെ ഫസ്റ്റ് 12 crores ഫണ്ടിങ് കിട്ടുന്നത്. ഈ ഒരു ഫണ്ടിങ് വന്നപ്പോഴത്തേക്കും നമ്മുടെ 20 മെമ്പർ ടീമിനെ പിന്നെ നമ്മളൊരു 50 മെമ്പർ ടീമായിട്ട് സ്കെയിൽ ചെയ്തു. ഞങ്ങളുടെ ഫസ്റ്റ് ബാങ്ക് ICICI ബാങ്കുമായിട്ട് ഞങ്ങൾ പാർട്ട്ണർ ചെയ്ത് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു. എഗെയിൻ ഞങ്ങളുടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഹെവിലി റെഗുലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റാണ്. ഞങ്ങൾക്ക് ഇപ്പോഴാണ് RBIയുടെ ഒക്കെ ഒരു റെഗുലേറ്ററി അപ്രൂവൽ കിട്ടി. പക്ഷേ തുടങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ മാർക്കറ്റ് റെഗുലേറ്റഡ് അല്ലായിരുന്നു. മാത്രമല്ല ചെറിയൊരു സ്റ്റാർട്ടപ്പിനെ ഒരു ബിസിനസ് കൊടുക്കുക എന്നുള്ളൊരു ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ളൊരിതായിരുന്നു. അപ്പോൾ പല സമയത്തും ഞങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻ്റായി ആൾക്കാരായി, പക്ഷേ ഒരു ബാങ്ക് ഞങ്ങളായിട്ട് പാർട്ട്ണർ ചെയ്യാൻ വരുന്നില്ല. ഈ ബാങ്ക് പാർട്ട്ണർ ചെയ്യാത്തടത്തോളം കാലം ഞങ്ങൾക്ക് ഞങ്ങളുടെ സർവീസ് ലോഞ്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ബിസിനസ്സിൽ ഇതുപോലുള്ള പല അവസരങ്ങളും നമ്മൾ സ്റ്റക്ക് ആവും, ദർ ഈസ് നോ എന്നുള്ള. അപ്പം അവിടെയെല്ലാം ജസ്റ്റ് ഒരു ഫൗണ്ടേഴ്സിൻ്റെയും ആ കൂടെ നിന്ന ടീമിൻ്റെ ഒക്കെ ഇതെല്ലാം ശരിയാവും, ദിസ് വിൽ ഹാപ്പൻ എന്നുള്ള ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ കോൺഫിഡൻസ്, ദാറ്റ്സ് വാട്ട് ഇറ്റ് ഡ്രൈവ്സ് ബേസിക്കലി ഡ്യൂറിങ് ദാറ്റ് പീരീഡ് ഓഫ് ടൈം. ആൻഡ് ഈ ഒരു ഫണ്ട് റേസിങ്ങിന് ശേഷം പിന്നെ ഞങ്ങൾ വീണ്ടും ഒരു 30 crores സീരീസ് A ഫണ്ട് റേസിങ്. അപ്പോഴത്തേക്കും ഞങ്ങൾ പ്രൊഡക്റ്റ് ഒന്ന് ലോഞ്ച് ചെയ്ത് ഞങ്ങൾക്ക് ഒരു 5000 കസ്റ്റമേഴ്സായി. അപ്പോഴും കമ്പനി ലാഭത്തിലല്ല, നഷ്ടത്തിലാണ്. അപ്പോഴത്തെ ഇൻവെസ്റ്റേഴ്സ് നോക്കുന്നതും ആ കമ്പനിയുടെ എല്ലാ മാസവും നല്ല രീതിയിൽ കസ്റ്റമേഴ്സ് പുതിയതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ കാശിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് സ്കെയിലപ്പ് പോകുന്നുള്ളതാണ്. ഈ ഒരു പോയിന്റിനിടയ്ക്ക് എനിക്ക് ജസ്റ്റ് ഒരു കാര്യം കൂടെ ഷെയർ ചെയ്യാനുള്ളത്, എന്താണ് ഈ വെഞ്ചർ ക്യാപിറ്റലിസം, അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞു ഞങ്ങൾ കുറേ ഇൻവെസ്റ്റേഴ്സിന് അടുത്ത് ഫണ്ട് റേസ് ചെയ്തെന്നുള്ളത്, അവർക്ക് എങ്ങനെയാണ് ഇതിൽ നിന്നും കാശ് തിരിച്ചു കിട്ടുന്നത് എന്നുള്ളതാണ്.
ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിക്ഷേപകരാണ്. അവർ കോർപ്പറേറ്റ് നിക്ഷേപകരാണ്. അവർ ഹൈലി സ്കെയിലബിൾ ആയിട്ടുള്ള നല്ല രീതിയിൽ സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ഉപഭോക്ത അല്ലെങ്കിൽ സർവീസ് സേവനം ചെയ്യുന്ന കമ്പനികളിൽ അവർ നിക്ഷേപം നടത്തുക എന്നുള്ളതാണ് അവരുടെ മാൻഡേറ്റ്. ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഒരിക്കലും എല്ലാവരും ഒന്നും കാശുള്ള ആൾക്കാരല്ല. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കോർപ്പറേറ്റ്സിൻ്റെ ഫണ്ടുകൾ മാനേജ് ചെയ്യുന്നുള്ള, ഇപ്പോൾ HDFC, LIC പോലെയുള്ള ഇൻഷുറൻസ് കമ്പനീസ്, ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ ഫണ്ട്സ്, അതുപോലെ ഹൈ നെറ്റ്വർത്ത് ഈ ബിസിനസ് ഗ്രൂപ്പ്സ്, ഇവരെല്ലാം കാശ് ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിന് കൊടുക്കും, സെയിങ് ദാറ്റ് ഒക്കെ എനിക്ക് 15% മേ ബി ആസ് എ മിനിമം റിട്ടേൺസിൽ 5 കൊല്ലത്തിന് ശേഷം ഈ കാശ് തിരിച്ച് കിട്ടിയാൽ മതി എന്നുള്ളത്. ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ കാശ് സ്റ്റാർട്ടപ്പുകളിൽ നിക്ഷേപിക്കും. അപ്പോൾ അവർ നോക്കുന്ന സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ ഹൈലി സ്കെയിലബിൾ ആയിരിക്കണം. അതായത് ഒരു സാധാരണ ഒരു റെസ്റ്റോറൻറ്റിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല, ബിക്കോസ് ആയിരക്കണക്കിന് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതേസമയം സൊമാറ്റോ പോലെ റെസ്റ്റോറൻറ്റുകൾ അഗ്രിഗേറ്റ് ചെയ്യുന്ന ഒരു സംഭവത്തിലായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ബിക്കോസ് അവർക്കറിയാം അത് 400-500 സിറ്റികളിലേക്ക് സ്കെയിലപ്പ് ചെയ്യാനും പറ്റുന്ന ഒരു ഐഡിയ ആണ്. ഞാനിന്ന് ചിലപ്പോൾ ഒരു 5 കോടി നിക്ഷേപിച്ചാൽ നാളെ അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ എനിക്ക് 5 കോടി 500 കോടി ആക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പം ഇവർക്കൊരു ക്രൈറ്റീരിയ ഉണ്ട്, അതായത് ഒരു പ്രൊഡക്റ്റ് ഹൈലി സ്കെയിലബിൾ ആക്കണം. നമ്മളിന്ന് കാണുന്ന പല പ്രൊഡക്റ്റുകളും, മൈക്രോസോഫ്റ്റ് ആവട്ടെ, ഗൂഗിൾ ആവട്ടെ, സോണി ആവട്ടെ, മെജോറിറ്റി ഓഫ് ദ ബ്രാൻഡ്സിലെല്ലാം സ്കെയിൽ ചെയ്തത് വെഞ്ചർ ക്യാപിറ്റൽസ് വഴിയാണ്. എന്തിന് നമ്മുടെ ആപ്പിൾ പോലും ഒരു VC ഫണ്ടഡ് സ്റ്റാർട്ടപ്സ് ആണ്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് സീരീസ് എ ഇൻവെസ്റ്റ്മെൻറ്റ്. നിക്ഷേപർ ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് അവരുടെ ലാഭം എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കമ്പനിയുടെ പ്രോഫിറ്റ് നോക്കിയിട്ടല്ല. ഈ കമ്പനി നാളെ എന്തെങ്കിലും ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ എത്തുകയോ അല്ലെങ്കിൽ കമ്പനിയെ വേറെ ഏതെങ്കിലും കമ്പനി ഏറ്റെടുക്കുകയോ ചെയ്യുമ്പോഴാണ് ഇവരിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ പല ഓൺട്രപ്രണേഴ്സിൻ്റെ അടുത്ത് ഞാൻ മീറ്റ് ചെയ്യുമ്പോൾ അവർ പറയുന്ന പ്രധാന പ്രശ്നം, എൻ്റെ അടുത്തൊരു ഇൻവെസ്റ്റർ വന്നു, പക്ഷേ അയാൾ ചോദിക്കുന്ന 50% ഷെയർ കിട്ടും, 60% ഷെയർ കിട്ടും എന്നുള്ളതാണ്. ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഒരു കമ്പനിയിൽ 5-10% അല്ലെങ്കിൽ 15% മാത്രമേ ഓഹരി എടുക്കുകയുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പം പെരിന്തൽമണ്ണ എനിക്ക് ബൈപ്പാസിനകത്ത് 1 ഏക്കർ സ്ഥലമുണ്ട്. ദീനയ്ക്ക് ആ സ്ഥലം മേടിക്കണം 1 ലക്ഷം രൂപയ്ക്ക്. ഞാനപ്പം 1 ലക്ഷം രൂപ ദീനയ്ക്ക് കൊടുക്കുന്നു, പകരം ദീന എനിക്ക് ആ സ്ഥലത്തിൻ്റെ 10% ഷെയർ എനിക്ക് തരുന്നു. നാളെ ഈ സ്ഥലത്തിൻ്റെ വില, 1 ഏക്കർ സ്ഥലത്തിൻ്റെ വില 1 ലക്ഷത്തിൽ നിന്നും മാറി 50 കോടിയിലേക്ക് എത്തുമ്പം എൻ്റെ ആ 10% വാല്യൂ, ഞാനിട്ട 1 ലക്ഷത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര ഇതിന് 5 കോടിയായി, റൈറ്റ്? അപ്പം എനിക്കത് മതി. അല്ലാതെ ദീന അതിനകത്തൊരു ബിൽഡിംഗ് കെട്ടി അതിനകത്തുനിന്ന് കിട്ടുന്ന റെൻറ്റ് എന്നെ സംബന്ധിച്ചോളം പ്രോഫിറ്റ് ഷെയറിങ്ങിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ പല ഇൻവെസ്റ്റേഴ്സും പറയുന്നു, ഓക്കെ ഞാൻ 1 ലക്ഷം രൂപയുടെ എനിക്ക് പ്രോഫിറ്റിൻ്റെ 40% വേണം, അല്ലെങ്കിൽ ആ 10% വേണം. ഇങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സ് അല്ല വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്. അല്ലെങ്കിൽ നിങ്ങളൊരു ഹൈ ഗ്രോത്ത് സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള നിക്ഷേപം സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ ആൻഡ് മാത്രമല്ല വെഞ്ചർ ക്യാപിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു 1000 സ്റ്റാർട്ടപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ 999 ഫെയിലിയർ ആവും, അല്ലെങ്കിൽ ഒരു 95% ഓഫ് ദ സ്റ്റാർട്ടപ്സും ഫെയിലിയർ ആവും. ബാക്കി 5% ഒരു ആപ്പിൾ ഉണ്ടാവും, ഒരു ഗൂഗിൾ ഉണ്ടാവും, ഒരു ഫേസ്ബുക്ക് ഉണ്ടാവും. അത് ബാക്കിയുള്ള ലോസസിനെ എല്ലാം കവർ ചെയ്യും. ഇതിങ്ങനെയാണ് ഇവരുടെ എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഇവരുടെ എക്കണോമി വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ റൗണ്ടായ 30 crores ഫണ്ട് റൈസ് ചെയ്തതിന് ശേഷം ഒരു കമ്പനി ഏകദേശം 2 വർഷം ആയി നമ്മൾ കുറച്ചുകൂടെ കസ്റ്റമേഴ്സ് വന്നു തുടങ്ങി, കുറേ ബാങ്കുകൾ നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഏകദേശം ഒരു 100-150 എംപ്ലോയീസ് ആയി. ആ ഒരു സമയത്താണ് ടൈഗർ ഗ്ലോബൽ എന്ന് പറഞ്ഞൊരു കമ്പനി ഞങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്. ഈ ടൈഗർ ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് അതുപോലെ കുറേയധികം ലോകത്തിലെ തന്നെ 1 ഓഫ് ദ ലാർജസ്റ്റ് പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട്സ് ആണ് ഇതുപോലെ വെഞ്ചർ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവർ നമ്മുടെ കമ്പനിയെക്കുറിച്ച് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരിതിൻ്റെ മൊത്തം ഡ്യൂ ഡിലിജൻസ് എന്ന് പറയും, കമ്പനിയുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ വിശദമായി പരിശോധിച്ച് അങ്ങനെയാണ് അവർ ഒരു 250 crores 30 million ഏകദേശം ക്ലോസ് ടു 200 crores ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഓഫറുമായിട്ട് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പം ഈ ഒരു മാർച്ചിലായിരുന്നു ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഓഫർ വരുന്നത്. ആൻഡ് ഇതിനെല്ലാം ഒരു 3-4 മാസം മുമ്പ് ഒരു ദിവസം ദീന എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അനീഷ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞു ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം ഒന്ന് ഞെട്ടി, അല്ല ഞാനതിനെന്ത് വേണം എന്നുള്ള രീതിയിലാണല്ലോ. അപ്പോൾ പറഞ്ഞു
നമുക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഇത് പറയണ്ടേ എന്നുള്ളത്. അതായത് ഇന്ത്യയിൽ ഒരു കുറേ അധികം കാലത്തോളം ഭയങ്കര വുമൻ ഫ്രണ്ട്ലി അല്ലായിരുന്നു ഇൻ ടേംസ് ഓഫ് അവരുടെ ഇൻവെസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും. കാരണം ഞാൻ പല ദർ വർ ഓൾസോ കേസസ് വേർ ഒരു വുമൺ ഓണ്ടർപ്രണർ ആണെന്നുണ്ടെങ്കിൽ യുനോ ഇത്രയും കാലത്തേക്ക് കമ്മിറ്റഡ് ആയിരിക്കണം, ചിലപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ പല കേസസുകളും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കേസസിൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നുള്ള കാര്യം നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് സമയമാകുമ്പോൾ പറയാം, ഇപ്പോൾ 6 മാസമല്ലേ ആയുള്ളൂ, ഇനി 3 മാസം ഇല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ദീന വലിയ പിന്നെ ഡ്രസ്സസ് എല്ലാം കൂടുതൽ വലിപ്പമുള്ള ഡ്രസ്സസുകളൊക്കെ ഇട്ടു. ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് കുറച്ചുകൂടെ കഴിയുമ്പോൾ പറയാമെന്ന് വിചാരിച്ചു. എന്തായാലും രാവിലെ ജോലിക്ക് വരുന്നുണ്ട്, ഫുള്ളി വർക്ക് ഇൻവോൾവ് ആണ്, സോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അങ്ങനെ മാർച്ചിൽ ഡെലിവറിക്ക് പോകാൻ ഏകദേശം ഒരു 2-3 ദിവസം ഉള്ളപ്പോൾ ആണ് ഈ ടൈഗർ ഗ്ലോബലിൻ്റെ ഡീല് വന്നുകൊണ്ടിരിക്കുന്നത്, സീരീസ് സി റൗണ്ട്. എല്ലാ ദിവസവും US ടൈമിംഗ് ആയതുകൊണ്ട് രാത്രി 12 തൊട്ടിട്ട് 2 മണി വരെ ആയിരിക്കും ദീന എല്ലാ ദിവസവും കോളിൽ. ആൻഡ് ഫിനാൻസിനെ കുറിച്ച് അറിയുന്ന നമ്മുടെ ഫൗണ്ടേഴ്സിൽ ഉള്ള ഏക വ്യക്തി ദീന ആയതുകൊണ്ടും ദീന മാത്രം കയറിയാലേ നടക്കുകയുള്ളൂ. ഇൻഫാക്ട് വൺ ഓഫ് ദ തിങ്സ് വേർ ഐ റിയലി കൺഗ്രാറ്റുലേറ്റ് ഹെർ ഈസ് ലൈക്ക് ഈ ഒരു ഡെലിവറി എടുക്കുന്നതിൻ്റെ തലേ ദിവസം വരെ രാത്രിയിലിരുന്ന് ഇതായിട്ടാണ് ഡെലിവറിക്ക് പോയത്. ആൻഡ് ആ ഡീല് ഡെലിവറിക്ക് പോയിട്ട് 7 ദിവസത്തിനകത്ത് അതിൻ്റെ ബാക്കിയുള്ള ഡോക്യുമെൻറ്റേഷൻ കംപ്ലീറ്റ് ചെയ്യായിരുന്നു. പിന്നെ ഡെലിവറി കഴിഞ്ഞതിന് 7ാമത്തെ ദിവസം തൊട്ട് വീണ്ടും ഫുൾ ടൈം ബാക്ക് ഇൻ ഓഫീസ് ആൻഡ് ദ തിങ്. സോ പലപ്പോഴും ഞാൻ പല സ്ത്രീ സംരംഭകരടുത്തും സംസാരിക്കുമ്പോൾ അവർ പറയും ഓക്കെ, അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പം ഓക്കെ ഞാൻ മെറ്റേണിറ്റി ബ്രേക്ക് എടുത്തു. വി ആർ നോട്ട് സെയിങ് ദാറ്റ് ഒക്കെ ബ്രേക്ക് എടുക്കണമെന്നല്ല, പക്ഷെ നമുക്കൊരു പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു സപ്പോർട്ടിങ് എക്കോ സിസ്റ്റം ഉണ്ടായിരുന്നുണ്ടെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു 250 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്ന സമയത്ത് ഞങ്ങളുടെ വേറെ കുറേ അധികം ഇൻവെസ്റ്റേഴ്സും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ICICI ബാങ്ക്. അപ്പോൾ ICICI ബാങ്കിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹെഡ് ചെയ്ത ആള് ദീനയുടെ അടുത്ത് എന്തോ ഒരു കാര്യം ചോദിച്ചപ്പോൾ ദീന പറഞ്ഞു ഞാൻ ഡെലിവറിക്ക് പോവുകയാണ്, പോയിട്ട് വന്നിട്ട് ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി വിചാരിച്ച എന്തോ സാധനം കൊണ്ട് എവിടെയോ ഡെലിവറി ചെയ്ത് പോയിട്ട് തിരിച്ചു വരിക എന്നുള്ളതാണ്. ടു ടോക്ക് അബൌട്ട് ദ സീരീസ് ബി. ഐ തിങ്ക് അനീഷ് സമ്മറൈസ് ചെയ്ത ഈ സ്റ്റോറിയിൽ ഒരു കാര്യം, യെസ്, ആസ് യു റൈറ്റ്ലി മെൻഷൻഡ്, ഇറ്റ് ഈസ് അബൌട്ട് ദ ഫണ്ടമെൻ്റലി അബൌട്ട് ദ നെറ്റ്വർക്ക്സ് ആൻഡ് ദ റിലേഷൻഷിപ്സ് ദാറ്റ് വി ഹാവ്. അതാണ് നമ്മുടെ ആദ്യത്തെ മൂലധനം. അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മൾ എന്ത് പ്രോഡക്റ്റ് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു അതിനെ പറ്റിയുള്ളത്. മൂന്നാമത്തെ ഏറ്റവും വലിയ ഘടകം ഇതിനകത്ത് എല്ലാം ഉള്ളത് ഒരു പാഷനാണ്, അതുപോലെ അത് ഒരുമിച്ച് കാണുന്ന ഒരു ടീമാണ്. ഇതൊക്കെ പറഞ്ഞു, താങ്ക് യു സോ മച്ച് അനീഷ്. പക്ഷേ ഐ കുഡൻറ്റ് ഹവ് ഡൺ എനി ഓഫ് ദീസ് വിതൗട്ട് ദ സപ്പോർട്ട് ഓഫ് ദ എൻറ്റയർ ടീം. അതാണ് ഏറ്റവും വാല്യുബിൾ. ഐ വുഡ് സേ ദാറ്റ് ഏതൊക്കെ കാശ് കിട്ടിയോ ഇല്ലയോ, ബെസ്റ്റ് വെഞ്ചർ ക്യാപിറ്റൽ, ബെസ്റ്റ് വാല്യുവേഷൻ ഡസൻറ്റ് മാറ്റർ, ബട്ട് എന്തിനു വേണ്ടി തുടങ്ങി, ആരുടെ കൂടെ തുടങ്ങി, ആരൊക്കെയാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്, അത് നമുക്കൊരു ഊർജം തരും എന്തും ചെയ്യാനായിട്ട്. അതാണ് എനിക്ക് തോന്നുന്നു ഓപ്പൻ്റെ ഏറ്റവും വലിയ ഘടകം ഇത്ര നാളത്തിലെ ജേണിക്ക് പറയാൻ പറ്റുന്നത്. ബാക്കി എന്തും ആയിക്കൊള്ളട്ടെ, പക്ഷേ മുന്നോട്ട് എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നമ്മളത് തരണം ചെയ്ത് മുന്നോട്ട് പോകും, അതുപോലൊരു ഊർജം ഒരുമിച്ചുണ്ടെങ്കിലും. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ സീരീസ് B ചെയ്തു. അനീഷ് പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പലയിടത്തോട്ട് എത്തിക്കേണ്ടതുണ്ട്. നമ്മൾ എന്താണ് ചെയ്യുന്നത്, എത്രത്തോളം വലിയ മാർക്കറ്റാണിത്, ഇതിനുള്ള സാധ്യതകൾ എന്താണ്, നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി നമുക്കേ പറയാൻ പറ്റൂ, നമുക്കേ അറിയിക്കാൻ പറ്റൂ ആൾക്കാരോട്. അത് പറയാവുന്നത്രയും പറയാവുന്ന എല്ലാ നെറ്റ്വർക്കിൽ കൂടെയും പറയുക. അപ്പം നമ്മൾ പറയുമ്പം ഇത് കസ്റ്റമേഴ്സിനെ മാത്രം ഉദ്ദേശിച്ചല്ല പറയേണ്ടത്. ഇൻ കേസ് നമുക്ക് കാശ് റേസ് ചെയ്യാൻ വേണ്ടിയ ഒരു സംരംഭമാണെങ്കിൽ യു ഓൾസോ എൻഷുർ വി ടോക്ക് ദ എന്റർപ്രണേഴ്സ്, ടോക്ക് ദ ഇൻവെസ്റ്റേഴ്സ് ലാംഗ്വേജ്. Where do you find them? ആ കാര്യങ്ങളിൽ പറയുക. അവരോട് പറയുന്ന കാര്യങ്ങൾ പൊസിഷനിങ് വുഡ് ബി വേ ഡിഫറെൻറ്റ് ഫ്രം വാട്ട് യു ടെൽ ദ കസ്റ്റമർ. ബിക്കോസ് അവർ ഇത് എന്തോരം ഇന്ത്യ മാത്രമാണോ, കേരളത്തിൽ മാത്രമുള്ളതാണോ, അതോ ലോകത്തിന് പറ്റുന്ന ഒരു ഗ്ലോബൽ മോഡലാണോ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആണോ, ഇതെല്ലാം വെച്ചിട്ടാണ് എത്രത്തോളം ഇത് വലുതാകും. എനിക്കൊരു 5 വർഷത്തിൽ 10 വർഷത്തിൽ ഇതിൽ നിന്ന് എത്ര കിട്ടാൻ പറ്റും. ഇപ്പം ഞാനൊരു 100 മില്യൺ ഇട്ടാൽ ഇതിൽ നിന്ന് എനിക്കൊരു 1 ബില്യൺ കിട്ടുമോ 5 വർഷത്തിൽ. അതായിരിക്കും അവരുടെ കണക്ക് കൂട്ടൽ. അതെങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം ഇത് കഴിഞ്ഞിട്ട് ടൈഗർ ഗ്ലോബൽ ഫോർ എക്സാമ്പിൾ, ആസ് അനീഷ് മെൻഷൻഡ്, നമുക്ക് ഇൻകമിങ് ഇൻട്രസ്റ്റ് ആയിരുന്നു പല കാര്യങ്ങൾ കൊണ്ടും. അപ്പോൾ കമ്പനി വളരാൻ തുടങ്ങി. ബാങ്കിങ് പാർട്ട്ണർഷിപ്സ് എളുപ്പമല്ലായിരുന്നു. ആദ്യം പടിയിൽ പോകുമ്പോൾ അനീഷിൻ്റെ ആ സ്റ്റോറീസ് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ബാങ്കിൽ പോയി ഇരിക്കുമ്പോൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്, എന്ത് ആൾക്കാരെ കാണാൻ ബുദ്ധിമുട്ട്, ആ ലെവലിൽ നിന്നാണ് ഇന്ന് 19 ബാങ്ക്സ് ഇൻക്ലൂഡിങ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മൾ വർക്ക് ചെയ്യുന്നത്, 19 ബാങ്ക്സിൻ്റെ കൂടെ.
അപ്പം അതെല്ലാം ആ സമയങ്ങളിലെല്ലാം ചോദിച്ചു, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്, നിങ്ങൾ ചെയ്യുന്നതിനകത്ത് എന്താണ് ഞങ്ങൾ കൊടുക്കാത്തത് ബിസിനസ്സുകാർക്ക്, എവിടെ നിന്ന് എന്തുണ്ടാക്കാനാണ് ഇതിനകത്തുനിന്ന് തുടങ്ങി ഇന്ന് പല പ്രമുഖ ബാങ്കുകളുടെയും ഇൻ്റർനെറ്റ് ബാങ്കിങ് പവർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന ജേർണി എന്ന് പറയുന്നത് ഒരുപാട് നേസേയേഴ്സിനോടും താങ്ക്സ് പറയാനുണ്ട്. കാരണം പറ്റില്ല എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഊർജ്ജം നമുക്കും വരില്ലായിരുന്നു. അത് പക്ഷേ നമ്മുടെ ഉള്ളിലൊരു കാര്യമാണ്, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ബാക്കി ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടായി കാണാം. അതെങ്ങനെ സോൾവ് ചെയ്യാം? ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഒരു സീരീസ് ബി കഴിഞ്ഞിട്ടൊരു 6 മാസത്തിനകമാണ് അടുത്ത ടേം ഷീറ്റ് നമുക്ക് ലഭിക്കുന്നത്. അതൊരു എക്സ്റ്റേണൽ ഫണ്ട് റേസ് ആണ് നമ്മൾ ചെയ്തത്. പക്ഷെ ആ സമയത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ആക്ച്വലി കമ്പനി വളരെ വേഗത്തിൽ വളരാൻ തുടങ്ങി. നമുക്ക് തന്നെ ഒരു ഫണ്ടമെൻ്റൽ ഫൗണ്ടേഷൻ സ്കെയിലപ്പിനുള്ള സമയമായി, പ്രോഡക്റ്റ് വളരെ ഫാസ്റ്റായിട്ട് ബിൽഡ് ചെയ്യാനുള്ള സമയമായി എന്നൊരു ഇതിനു വേണ്ടി നമ്മൾ പോയി ഒരു 100 മില്യൻ്റെ റൗണ്ട് റേസ് ചെയ്തു. അതിനകത്ത് ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഇപ്പം നമ്മൾ യൂണിക്കോൺ എല്ലാം പറയുന്നത് വാല്യുവേഷനാണ്. അന്ന് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്ത ടേം ഷീറ്റ് ബെസ്റ്റ് വാല്യുവേഷൻ്റേതല്ലായിരുന്നു. ബട്ട് ഇൻവെസ്റ്റേഴ്സിനെ സെലക്ട് ചെയ്യുന്ന ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് നമ്മളൊരു കല്യാണത്തിന് സമ്മതിക്കുന്നത് പോലെയാണ്. അതിൻ്റെ നമ്മുടെ ഭാവി, നമ്മൾ ഓരോ ദിവസവും എന്ത് ചെയ്യുന്നു എന്നുള്ളത് എങ്ങനെ ആയിരിക്കും, എത്ര സന്തോഷത്തോടെയും ഒരേ ഡ്രീമാണോ കാണുന്ന, ഒരേ വിഷനാണോ എന്നുള്ളതും ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ വി വർ വെരി സെലക്റ്റീവ് ഇൻ ഗെറ്റിംഗ് പീപ്പിൾ ഹൂ സൈൻഡ് അപ്പ് വിത്ത് ആർ വിഷൻ. അങ്ങനെയാണ് നമ്മൾ സിംഗപ്പൂർ ഗവൺമെൻറ്റിൻ്റെ തെമാസക്കാണ് സീരീസ് സി ലീഡ് ചെയ്തത്. എടുത്തു പറയേണ്ട വേറൊരു കാര്യം, എല്ലാ ഇൻവെസ്റ്റേഴ്സും അതിനു മുമ്പ് ഉണ്ടായിരുന്ന എല്ലാ ഇൻവെസ്റ്റേഴ്സും തന്നെ ആ റൗണ്ടിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതാണ് വേറൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടത്. അവരുടെ കോൺഫിഡൻസ് എന്തോരം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നോ ഇല്ലയോ ആ റൗണ്ടിൽ. വളരെ ഫാസ്റ്റായിട്ട് തന്നെ ആ റൗണ്ട് റേസ് ചെയ്തു. അത് കഴിഞ്ഞൊരു ദാറ്റ്സ് ഓൾസോ ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു. കാരണം ഒരു 700 കോടിയാണ് നമ്മൾ ആ റൗണ്ടിൽ റേസ് ചെയ്തത്. അപ്പം സിംഗപ്പൂർ ഗവൺമെൻറ്, തെമാസെക്, അതുപോലെ ഗൂഗിൾ, 314 ക്യാപിറ്റൽ, പിന്നെ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സും, അതുകൂടാതെ നമ്മുടെ ഡെബിറ്റ് കാർഡിലെല്ലാം ക്രെഡിറ്റ് കാർഡിലും പേയ്മെൻറ്റ് നെറ്റ്വർക്കായ വീസ, ഇവരായിരുന്നു ഞങ്ങളുടെ സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ്. അത് ആ സമയത്ത് നമുക്ക് കുറേയധികം ബൂസ്റ്റ് കിട്ടി ഇൻ ടേംസ് ഓഫ് നമുക്ക് പുതിയ എംപ്ലോയീസിനെ ഹയർ ചെയ്യാനാണെങ്കിലും അതുപോലെ ബാങ്ക്സിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിലും. അപ്പോൾ എപ്പോഴും മുന്നോട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ്, ഫോർ എക്സാമ്പിൾ ഗൂഗിളിനെ പോലുള്ള ഇൻവെസ്റ്റേഴ്സ് വരുമ്പം നമുക്ക് ഗൂഗിളിൻ്റെ എൻ്റയർ നെറ്റ്വർക്കിലേക്ക് ആക്സസ് കിട്ടുകയാണ്. ഗൂഗിളിൻ്റെ സെയിൽസ് ടീം നമ്മുടെ പ്രൊഡക്റ്റ് അവർ ഗൂഗിൾ ക്ലൗഡ് വയ്ക്കുന്ന ബാങ്കുകളിൽ നമ്മുടെ കൂടെ അവർ കൊണ്ടുപോയി സെല് ചെയ്യുന്നു. അതുപോലെ വീസ ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളുമായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ ബാങ്കുകളും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവർ നമ്മുടെ പ്രൊഡക്റ്റ് പുഷ് ചെയ്യും. അപ്പം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുമ്പം കാശ് മാത്രമല്ല നോക്കേണ്ടത്. ഇതിനെ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ്സ് ലൈക്ക് എ മാരേജ്. ചില സ്ഥലത്ത് അവരുടെ ക്യാപിറ്റലായിരിക്കും നമുക്ക് ആവശ്യം, ചില സമയത്ത് അവരുടെ നെറ്റ്വർക്ക് ആയിരിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗൂഗിൾ 1 രൂപ ഇട്ടെങ്കിൽ പോലും നമ്മൾ എടുത്തതന്നെ. ബട്ട് ഗൂഗിളിൻ്റെ നമുക്ക് വേണ്ടിയിരുന്നത് ഗൂഗിളിൻ്റെ നെറ്റ്വർക്കായിരുന്നു വേണ്ടിയിരുന്നത്. ഈ ഒരു സ്റ്റേജിലായപ്പോഴത്തേക്കും നമ്മുടെ വാല്യുവേഷൻ ഏകദേശം ഒരു 400-450 മില്യൺ, അതായത് ഏകദേശം ഒരു പ്രോബ്ലി 3000 കോടി രൂപയുടെ വാല്യുവേഷനാണ്. അപ്പം ഞങ്ങളിതുവരെ യൂണിക്കോൺ എന്ന ഒരു ടേമിനെ ചേസ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഈ ഒരു 3000 കോടി അല്ലെങ്കിൽ 7000 കോടി എന്നുള്ള വാല്യുവേഷനിലുപരി നമ്മൾ നാളെ ഈ കമ്പനി ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് അവർ ഇൻവെസ്റ്റ് ചെയ്ത നിക്ഷേപത്തിൻ്റെ ഒരു 5 ഇരട്ടി 6 ഇരട്ടി കൊടുക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആസ് എൻ ഓൺട്രപ്രനർ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് നമുക്ക് അവർ നമ്മളെ ചെയ്തതിന് നമുക്ക് നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് അതാണ്. ആൻഡ് ദാറ്റ്സ് വാട്ട് എത്തിക്കലി ദാറ്റ് എൻ ഓൺട്രപ്രനർ ഷുഡ് ഡു. സോ നമ്മളൊരിക്കലും ഒരു വാല്യുവേഷനെ ചേസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഈ ഒരു റൗണ്ട് കഴിഞ്ഞ് ഏകദേശം ഒരു 6 മാസത്തിന് ശേഷം വീണ്ടും ഞങ്ങൾക്ക് കുറേയധികം ഇൻവെസ്റ്റർ ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങി. അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ലെൻഡിങ് നെറ്റ്വർക്കായിട്ടുള്ള IFL ഫിനാൻസ്, അവർക്ക് ഗോൾഡ് ലോൺ ഉണ്ട്, IFL ഹോം ലോൺസ് ഉണ്ട്, അവർ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ കൂടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സും പറഞ്ഞു ഞങ്ങളും ഈ റൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളത്. അപ്പം യൂണിക്കോൺ എന്ന ഒരു ടെർമിനോളജി ഏകദേശം 2003 2011 ഐ തിങ്ക്, റൈറ്റ്? 2000 സംവർ ഇൻ 2010 ആ സമയത്താണ് ഒരു ഇമാജിനറി കൺസെപ്റ്റാണ് യൂണിക്കോൺ എന്നുള്ളത്. അതായത് ഒരു കൊമ്പുള്ള ഒരു യൂണിക്കോൺ എന്നുള്ള ഒരു ഇത്. അപ്പം 8000 കോടിയിലധികം അല്ലെങ്കിൽ 1 ബില്യൺ ഡോളറിലധികം വാല്യുവേഷനുള്ള കമ്പനികളെയാണ്, പ്രൈവറ്റ് കമ്പനികളെയാണ് യൂണിക്കോൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ വാല്യുവേഷൻ ഏകദേശം 8100 കോടി രൂപയുടെ വാല്യുവേഷനായിട്ട് മാറി. അപ്പം
ആ സമയത്ത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത് പ്രോബബിളി 100th യൂണിക്കോൺ ആവുമെന്നുള്ളത്. അപ്പം ഞങ്ങൾ ഇതിൻ്റെ പ്രസ് റിലീസ് അനൗൺസ് ചെയ്യുന്നതിൻ്റെ ഒരു 2 ദിവസം മുമ്പാണ് ഞങ്ങളുടെ ഒരു ഇൻവെസ്റ്റർ ഞങ്ങളെ വിളിച്ച് പറയുന്നത്, നിങ്ങൾ പെട്ടെന്ന് അനൗൺസ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ഇന്ത്യയിലെ 100th യൂണിക്കോൺ ആവും എന്നുള്ളത്. അങ്ങനെ മെയ്യിൽ വി എൻഡ് അപ്പ് പിക്കിംഗ് ദ 100th യൂണിക്കോൺ ഓഫ് ഇന്ത്യ. ആൻഡ് ഏറ്റവും കൂടുതൽ സന്തോഷം വന്നത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി മൻ കി ബാത്തിനകത്ത് ഇതിനെക്കുറിച്ച് സ്റ്റാർട്ടപ്പിനെക്കുറിച്ച് നമ്മുടെ യൂണിക്കോൺ ആയതും ഇന്ത്യ ലോകത്തിലെ തന്നെ 3ാമത്തെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റമായിട്ട് മാറിയതുമായിരുന്നു. അപ്പം ഇതായിരുന്നു നമ്മുടെ യൂണിക്കോൺ ജേർണി. എനിക്ക് ലാസ്റ്റ് എൻ്റെ പറയാനുള്ളത്, ഇതിനേക്കും ജസ്റ്റ് വി ആഡ് വൺ മോർ തിങ്, ഈ യൂണിക്കോൺ അല്ലെങ്കിൽ വാല്യുവേഷൻ അല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഒരു സ്കെയിലബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിക്ഷേപകരും കസ്റ്റമേഴ്സും എല്ലാം ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്തേക്ക് വരും. അതിന് വേണ്ടിയിട്ടുള്ള റൈറ്റ് എക്കോസിസ്റ്റം കാര്യങ്ങൾ പഠിക്കാൻ ഇന്ന് ഒട്ടനേകം അവസരങ്ങളുണ്ട്. അത് ഗൂഗിൾ ആണെങ്കിലും ഇതുപോലെയുള്ള സ്കെയിലപ്പ് പോലെയുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും, പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഓൺട്രപ്രണൽ നെറ്റ്വർക്ക് കമ്മ്യൂണിറ്റികൾ ഉണ്ടാക്കുക. പലപ്പോഴും പല രാജ്യത്തും സിലിക്കൺ വാലിയിലും എല്ലാം ടൈ പോലെയുള്ള നെറ്റ്വർക്കാണ് ഇത് ഹെൽപ്പ് ചെയ്തത്. സോ ഇതിലേക്ക് ഇനി കടന്നു വരാൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ഇനിയും ഒട്ടനേകം യൂണിക്കോണുകളും സ്റ്റാർട്ടപ്പുകളും ഇവിടെ നിന്ന് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒറ്റ വാക്കും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഫ്രം മൈ സൈഡ്, വീക്ഷണമുള്ളൊരു നേതാവ്, നജീബ് കാന്തപുരം സാറിനെ പോലെ ഒരു വീക്ഷണമുള്ളൊരു നേതാവ്, അതിരുകളില്ലാതെ കൂട്ടായ്മ കൂടാൻ പറ്റുന്ന ഒരു ജനത, മുന്നോട്ട് ചിന്തിക്കാനുള്ള, സ്വപ്നം കാണാനുള്ള എബിലിറ്റി, എന്റർപ്രണേഴ്സ് പ്ലേസ് പെരിന്തൽമണ്ണ ലോകമെമ്പാടും ഈ ഒരു മോഡൽ ഉറ്റുനോക്കട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു. Thank you so much. Thanks a lot. That was quite a riveting talk. And like, of course, നമ്മൾ ഒരുപാടധികം പഠിച്ചു, ഒരുപാടധികം എഡ്യൂക്കേഷണലായ ഇൻഫോർമേറ്റീവായ ഒരു കോൺവെർസേഷൻ ആയിരുന്നു. May I humbly request you to kindly stay back, Ms. Dina ma'am, please. Sir, you too. And may I humbly request the presence of our wonderful MLA, Sri Najeeb Kanthapuram avargale ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് to hand over a token of love and appreciation to Ms. Dina Jacob in the presence of Mr. Anish Achudan, who is also the advisory chair board of chairman for our ScaleUp village that is about to be launched within the next couple of months. ആൻഡ് ഓഫ് കോഴ്സ് വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, ആൻഡ് അതിൽ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ നെറ്റ്വർക്കിംഗ്, ദ ഓൺട്രപ്രന്യൂറിയൽ നെറ്റ്വർക്ക്. ആ ഒരു നെറ്റ്വർക്കിന് നമ്മളുടെ വിജയത്തിനെ ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റിനെ പറ്റിയിട്ടായിരുന്നു ഇവർ സംസാരിച്ചതിൽ ഞാൻ കണ്ട ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. ആൻഡ് അവിടെ തന്നെയാണ് ആ ഒരു പോയിന്റിനോട് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ അവിടെ തന്നെയാണ് നമുക്ക് നമ്മുടെ ഇന്നത്തെ ScaleUp കോൺക്ലേവ് 2024ന്റെ റിലവൻസും മനസ്സിലാക്കുന്നത്. ബിക്കോസ് ദിസ് ഈസ് എ പ്ലേസ് where you get to fuse with the professionals, the investors, the entrepreneurs, and of course the business enthusiasts. So ini kudal samayam edukkunnilla, let's move ahead to the next session, which is yet another partner talk. For that, let me invite onto the stage the chairman of Go Easy, Mr. AP Jaffer. So Go Easy എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഇലക്ട്രിക് വെഹിക്കിൾസ് എല്ലാവർക്കും വളരെയധികം അറിയാവുന്ന വളരെ ഡിയർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. നമ്മളുടെ ഇപ്പോൾ നമ്മുടെ പൊല്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ കാർബൺ പ്രിൻസ് കട്ട് ഷോട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത ഒരു വ്യക്തിയാണ്, ഒരു കമ്പനിയുടെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ദ ചെയർപേഴ്സൺ ആണ് നമുക്കുള്ളത്. സോ ലെറ്റ് മീ വൺസ് അഗൈൻ ഇൻവൈറ്റ് ഓൺ ടു ദി സ്റ്റേജ് ദ ചെയർമാൻ ഓഫ് Go Easy, Mr. AP Jaffer. Thank you so much, sir. The mic is all yours. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് AP ജാഫർ, വീട് പട്ടാമ്പിക്കടുത്ത കറുകപുത്തൂരാണ്. ആദ്യമായി ഇത്രയും വലിയൊരു ജനസമൂഹം ഇവിടെ എത്തിയതിന് പെരിന്തൽമണ്ണയെയും അതിലേക്ക് നയിച്ച നമ്മുടെ പ്രിയപ്പെട്ട MLAയെയും ആശംസകൾ അറിയിക്കുകയാണ്. ഏകദേശം 2 വർഷം മുമ്പ് പട്ടാമ്പിയിലെ കൊപ്പൻസ് മാൾ എന്ന് പറയുന്ന ചെറിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ ചെറിയൊരു സ്ലോ ചാർജർ ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. ആ ഒരു സമയത്ത്
നമ്മൾ പച്ച നമ്പർ പ്ലേറ്റ് വെച്ച കാറുകൾ നമ്മുടെ നിരത്തുകൾ വളരെയധികം കുറവായിരുന്നു. ഏതൊരു സ്റ്റാർട്ടപ്പുകളും പിറവിയെടുക്കുന്നത് സമൂഹത്തിൻ്റെ ഒരു പെയിൻ സോൾവ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇലക്ട്രിക് കാറുകൾ വരുമ്പോൾ എല്ലാവരുടെയും ഒരു ആശങ്കയായിരുന്നു, ഈ കാർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റോഡുകളിൽ നിന്ന് പോവില്ലേ, ഇതെങ്ങനെയാണ് റീചാർജ് ചെയ്യുന്നത്? അതിനൊരു സൊല്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇലക്ട്രിക് കാർ എടുക്കാമായിരുന്നു. ആ ഒരു പെയിൻ നമുക്കും ഫീൽ ചെയ്തപ്പോഴാണ് എന്തുകൊണ്ട് ആ ഒരു വേദനയെ ലഘൂകരിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കിക്കൂടാ എന്നൊരാശയത്തിലാണ് ഗോ ഈസി പിറവിയെടുത്തത്. പട്ടാമ്പിയിലാണ് ആദ്യം തുടങ്ങിയത്. നിങ്ങളീ കാണുന്ന ഫോട്ടോ കൊച്ചിൻ ലുലുവിലെ നമ്മുടെ ചാർജിങ് സ്റ്റേഷൻ്റെ ഫോട്ടോയാണ്. ഒരു സ്റ്റോറിയിലൂടെയാണ് ഇത് വളർന്ന് പന്തലിച്ചത്. ആ ഒരു സമയത്ത് ഞങ്ങൾ മറ്റു പല ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ചാവക്കാട്ടുകാരൻ യൂനിസിക്ക പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം വരികയാണ്, സ്വർണം സ്ത്രീധനമായി കൊടുക്കാൻ താല്പര്യമില്ല. ആ ഒരു സമയത്ത് അതുപോലെ ഒരു ആത്മഹത്യയൊക്കെ നടന്നൊരു സമയമായിരുന്നു. എൻ്റെ കയ്യിൽ ഒരു 2 കോടി രൂപയുണ്ട്, എന്ത് ചെയ്യും? ഞങ്ങൾ കുറേ ആശയങ്ങൾ ആലോചിച്ചു. കാരണം 2 കോടി രൂപയായിട്ട് ഒരാൾ മുന്നിൽ വന്ന് നിൽക്കുകയാണല്ലോ. നിങ്ങൾ ചാർജിങ് സ്റ്റേഷനിലേക്ക് ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ പറഞ്ഞു, യൂനുസ്ക സ്വന്തമായിട്ട് സ്ഥലമുണ്ടെങ്കിൽ ഇത് പറ്റുള്ളൂ, നിങ്ങൾക്ക് സ്ഥലമുണ്ടോ? ഇല്ല, ഞാനൊരു പ്രവാസിയാണ്, എനിക്ക് സ്ഥലമൊന്നുമില്ല, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിന്നാണ് ഈ ഒരു ആശയം ട്രിഗർ ചെയ്തത്. ഞങ്ങൾ 3 പേരും കൂടെ ആലോചിച്ചു എങ്ങനെയാണ് ഇതിനെ വൈഡൻ ചെയ്യുന്നത്. അപ്പോഴാണ് മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ. ആദ്യം ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് ഒരു സ്ഥലമെടുക്കുക, അതിലൊരു കോഫി ഷോപ്പോ റെസ്റ്റോറൻറ്റോ ഉണ്ടാക്കുക, അതിലേക്കൊരു ചാർജിങ് സ്റ്റേഷൻ സെറ്റ് ചെയ്യുക, എന്നിട്ട് അത് വിൽക്കുക. അതായിരുന്നു ബിസിനസ് മോഡൽ. പക്ഷേ ഇങ്ങനെ ഒരാൾ മുന്നിൽ വന്നപ്പോഴും ആലോചിച്ചു, എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? അതിൻ്റെ നേരെ മറിച്ച് ചിന്തിച്ചൂടെ? ഇതെല്ലാം ഉള്ള സ്ഥലങ്ങളിൽ നമ്മുടെ മെഷീൻസ് കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കോസ്റ്റ് കുറച്ചുകൂടെ. അങ്ങനെ ഞങ്ങൾ ലുലു പോലെയുള്ള, ശരവണവൻ ഹോട്ടൽ പോലെയുള്ള, ഒബ്രോൺ മോള് പോലെയുള്ള ഹൈവേ സൈഡിലുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റ് ചെയിനുകളിലെ സമീപിച്ചു. നിങ്ങളുടെ പാർക്കിംഗ് സ്ലോട്ട് വെറുതെ കിടക്കുന്നതല്ലേ, അതിൽ ഞങ്ങളുടെ ഒരു മെഷീൻ കൊണ്ടുവന്ന് വെച്ചോട്ടെ, കറണ്ട് ബില്ല് ഞങ്ങൾ അടച്ചോളാം, കറണ്ട് കണക്ഷൻ ഞങ്ങളുടെ പേരിലെടുത്തോളാം, നിങ്ങൾക്ക് യാതൊരു പെയിനുമില്ല, ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഇവിടെ വരും. അപ്പോൾ അവർ ചോദിച്ചു, സംഗതി ഞങ്ങൾക്ക് മുടക്കുമുതലൊന്നുമില്ല, പക്ഷെ എന്താണ് ഞങ്ങൾക്ക് കിട്ടുന്നത്? നിങ്ങൾക്ക് ഞങ്ങൾ കസ്റ്റമറെ തരാം. അവിടെ ചാർജ് ചെയ്യാൻ വരുന്ന ഇലക്ട്രിക് കാർ ഉപഭോക്താക്കൾ 10 മുതൽ 20-30 മിനിറ്റ് വരെ അവിടെ ചെലവഴിക്കും. അവർ നിങ്ങളുടെ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാതിരിക്കില്ല. ആ കസ്റ്റമറെ നിങ്ങളെടുത്തോ, പകരം ഞങ്ങൾ അവിടെ ചാർജർ വെച്ചോളാം. അത് വർക്കൗട്ടായി. യൂനുസ്കാക്ക് 15 ചാർജിങ് സ്റ്റേഷൻ ഇതുപോലെ നല്ല നല്ല സ്ഥലങ്ങളിൽ ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തു. അദ്ദേഹം അത് മകൾക്ക്, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, കല്യാണത്തിൻ്റെ സമയത്ത് സമ്മാനിച്ചു. ഏകദേശം എല്ലാ മാസവും ഒരു 2 ലക്ഷം രൂപയോളം അദ്ദേഹത്തിൻ്റെ മകൾ എല്ലാ 15-ാം തീയതിയും കിട്ടിക്കൊണ്ട് ആ ഒരു ആശയത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ സ്റ്റാർട്ടപ്പിൻ്റെ ആശയം. ഇപ്പോൾ ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ നമ്മുടെ കേരളത്തിൽ 124 എണ്ണമായി. കഴിഞ്ഞ ബുധനാഴ്ച ഉത്തർപ്രദേശിലെ ലക്നൗവിലുള്ള ലുലുവിലാണ് അവസാനം ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ നെറ്റ്വർക്ക് ആവാൻ ഞങ്ങൾക്ക് 2 വർഷം കൊണ്ട് കഴിഞ്ഞു. നമ്മളൊരു പാൻ ഇന്ത്യ ബേസിസിലാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു വ്യക്തമായ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വന്തമായിട്ട് സ്ഥലമില്ലെങ്കിലും അല്ലെങ്കിൽ ഒരു ജോലിക്കാരെ വെക്കാതെയും നമുക്ക് ഈ ഒരു സ്റ്റേഷൻ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. 2 തരത്തിലുള്ള റവന്യൂ മോഡലാണ് നമുക്ക് വരുന്നത്. ഒന്ന്, സ്റ്റേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴുള്ള ഒരു റവന്യൂ. 2, നമുക്കൊരു ഇലക്ട്രിക് കാറുകാരുടെ ഒരു കസ്റ്റമർ ബേസ് ഉണ്ട്, അവർ റീചാർജ് ചെയ്യുമ്പോൾ കിട്ടുന്ന മറ്റൊരു റവന്യൂ. ഒരു ചാർജിങ് സ്റ്റേഷൻ സെറ്റ് ചെയ്യാൻ ഏകദേശം 15 ലക്ഷം രൂപ ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അതിനുശേഷം ഒരുപാട് പ്രവാസികൾ ഇതിലേക്ക് വരാൻ തുടങ്ങി. ഓരോ ചാർജിങ് സ്റ്റേഷനും ഞങ്ങളിത് മേടിക്കാൻ തുടങ്ങി. ഏകദേശം അവർക്കൊരു 10-15,000 രൂപയുടെ മേലെ ഓരോ ചാർജിങ് സ്റ്റേഷനും റവന്യൂ കിട്ടാൻ തുടങ്ങി. പക്ഷേ വീണ്ടും രസകരമായൊരു ട്വിസ്റ്റ് കഥയിൽ വന്നു. അതിൽ വണ്ടൂരുള്ളൊരു ഫസൽ എന്ന് പറഞ്ഞ ഒരാൾ 4 ചാർജിങ് സ്റ്റേഷൻ ഞങ്ങളിത് മേടിച്ചിരുന്നു.
ഒരു ദിവസം ഫസൽ വിളിക്കുകയാണ് അക്കൗണ്ട്സിലേക്ക്. എൻ്റെ പേരിലുള്ള ഒരു ആ സ്റ്റേഷൻ്റെ പേര് പറയുന്നില്ല, ഇന്ന സ്ഥലത്തെ ആ ചാർജിങ് സ്റ്റേഷൻ എൻ്റെ സുഹൃത്തിന് വേണം, അദ്ദേഹത്തിന് മാറ്റി കൊടുക്കാമോ? കാരണം എല്ലാ മാസവും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്കാണ് പ്രോഫിറ്റ് അയച്ചുകൊണ്ടിരിക്കുന്നത്. മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞു. മാറ്റി കൊടുത്തതിന് ശേഷം ഒരു മാസത്തിന് ശേഷം പറയുകയാണ്, എനിക്ക് അടുത്തതും എൻ്റെ വേറൊരു റിലേറ്റീവിന് കൊടുക്കണം. ഓക്കെ, അതും മാറ്റി കൊടുത്തു. അപ്പോൾ എന്താണ് ഈ കഥ എന്ന് അന്വേഷിച്ചപ്പോൾ ഈ ഫസൽ എന്ന് പറയുന്ന ഞങ്ങളുടെ ആ ഒരു ഫ്രാഞ്ചൈസി ഓണർ ഞങ്ങളുടെ കയ്യിൽ നിന്ന് 15 ലക്ഷം മേടിച്ച് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ റവന്യൂ ഏകദേശം 3 ഇരട്ടി ഓരോ സ്റ്റേഷനിലും. അദ്ദേഹം അതൊരു സ്ഥലക്കച്ചവടം പോലെ വലിയ വിലയ്ക്ക് വേറെ ആൾക്ക് കൊടുത്തു. അങ്ങനെ ഒരു സാധ്യത കൂടി ഉണ്ട് എന്ന് ഞങ്ങൾ വീണ്ടും തിരിച്ചറിഞ്ഞു. പിന്നെ ഞങ്ങൾ ഈ ഒരു ഫ്രാഞ്ചൈസി കൊടുക്കാതിരുന്നു, നമ്മുടെ ഇക്വിറ്റിയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങാൻ തുടങ്ങി. ആ കാശ് കൊണ്ട് ഇതുപോലെ നല്ല നല്ല ലൊക്കേഷനിലേക്ക് ഇതുപോലെ ചാർജിങ് സ്റ്റേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനെയാണ് നമ്മുടെ കമ്പനി റവന്യൂ ഉണ്ടാക്കുന്നത്. ഈ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് 247 കോടി രൂപ വാല്യൂഷനിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചാർജിങ് നെറ്റ്വർക്കായി ഇന്ത്യയിലെ ഏറ്റവും വലുത് ആവാൻ കഴിയുമോ എന്നറിയില്ല, കാരണം കോർപ്പറേറ്റുകൾ ഈ മേഖലയിലേക്ക് വന്നു തുടങ്ങി. എന്നാലും അവസാനത്തെ ഒരു 5 കമ്പനികളിൽ എത്താൻ കഴിയുമെന്നാണ് വിശ്വാസം. അപ്പോഴും നമ്മളൊരു ഗ്രീൻ എനർജി സ്റ്റാർട്ടപ്പാണെന്ന് പറയുമ്പോഴും വീണ്ടും അതൊരു പുതിയൊരു പ്രശ്നം. സോഷ്യൽ മീഡിയയിലേക്ക് വലിയ ക്യാമ്പയിൻ വരുന്നു, ഇലക്ട്രിക് കാറുകൾ ഗ്രീൻ എനർജി അല്ല. ഈ കറണ്ട് ഉണ്ടാക്കുന്നത് കൽക്കരിയും ഡീസലും ഒക്കെ കത്തിച്ചിട്ടാണ്. വീണ്ടും ഞങ്ങൾ ആലോചിച്ചു ഇതെന്ത് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പാലക്കാട് വടകരപ്പതി പഞ്ചായത്തിൽ ഒരു 8 ഏക്കർ സ്ഥലം എടുക്കുന്നത്. നമ്മളൊക്കെ വിൻമില്ലുകൾ കണ്ടിട്ടുണ്ട് ഇല്ലേ, കാറ്റാടികളൊക്കെ കണ്ടിട്ടുണ്ട്. ഈ കാറ്റാടികളെ നമുക്ക് ആർക്കും ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ ഒരുപാടുണ്ട്, പക്ഷെ കേരളത്തിലില്ല. എന്താ കാരണം ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ ഒരു മിഡിൽ ഈസ്റ്റിലൊക്കെ ഇത്രയും പെട്രോളിയം നിക്ഷേപമുള്ളതുപോലെ നമ്മുടെ പശ്ചിമഘട്ടത്തിന് ഗ്യാപ്പുള്ളത്, ഒരു വിടവുള്ളത് പാലക്കാടും പുനലൂരുമാണ്. ഈ വിടവ് വലിയൊരു ടണലാണ്. അതിലൂടെ വളരെ ശക്തിയിലാണ് കാറ്റ് വീശുന്നത്. അങ്ങനെ കാറ്റ് വീശുന്ന സ്ഥലങ്ങളിലാണ് ഈ വിൻമിൽ പോലെയുള്ള പ്രൊജക്റ്റുകൾ റണ്ണാവുന്നത്. നമ്മളതുപോലെ വളരെയധികം പൊട്ടൻഷ്യലുള്ള സ്ഥലങ്ങൾ നമ്മുടെ സ്റ്റേറ്റിൽ 2 സ്ഥലത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനത്തെ സ്ഥലം കണ്ടുപിടിച്ച് ഞങ്ങളൊരു വിൻമിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചു. അങ്ങനെ ആ ഒരു ഒറ്റ വിൻമില്ലും ഉണ്ടായിരിക്കും അത് ഏകദേശം 6 മാസത്തോളം എടുക്കുമ്പോൾ അതിൻ്റെ ഇൻസ്റ്റലേഷൻ കഴിയാൻ നമ്മളെ കേരളത്തിലെ എല്ലാ ചാർജിങ് സ്റ്റേഷനും ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും നമ്മുടെ ഗോയിസിയുടെ ആണെങ്കിലും ഒരു ചാർജിങ് സ്റ്റേഷൻ റൺ ചെയ്യാൻ പറ്റുന്ന എനർജി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. ഇത് സാധാരണ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് പോലെ, ഇപ്പം നേരത്തെ ഇവിടെ സംസാരിച്ച അനീഷ് അച്യുതൻ അദ്ദേഹം പറയുകയുണ്ടായി, നമ്മുടെ നാട്ടിൽ നിന്നുണ്ടാവുന്ന സ്റ്റാർട്ടപ്പുകളും ഇതുപോലെ മറ്റുള്ളവരുടെ പെയിൻ സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വലിയ തോതിൽ നമുക്ക് വളരാൻ കഴിയും. അത് പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പോളിസികൾക്ക് അനുസരിച്ചുള്ള പുതിയ പദ്ധതികളാണെങ്കിൽ വളരെ വേഗത്തിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ പട്ടാമ്പിൽ തുടങ്ങിയ ഒരു കമ്പനി കൊച്ചി വൈറ്റിലാണ് ഹെഡ് ഓഫീസുള്ളത്. കോഫൗണ്ടറായിട്ടുള്ള PG രാംനാഥ് നമ്മുടെ ഈ സദസ്സിലുണ്ട്. അതുപോലെ വേറൊരു ഡയറക്ടറായിട്ടുള്ള സാറ എലിസബത്ത് ഉണ്ട്. ഇത് ഏകദേശം 55 എംപ്ലോയീസായി 10 സംസ്ഥാനങ്ങളിൽ കൂടി പ്രസൻസായി ഇന്നെത്തി നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ശരിക്കും വേണ്ടത് ഇതാണ് വിൻമിൽ. നമ്മൾ ഇതുപോലെയല്ല, ഇത് ചെറിയ വിൻമില്ലുകളാണ്. നമ്മുടെ നാട്ടിൽ അവിടെ ഉണ്ടാകാൻ പോകുന്നത് ഏകദേശം 50 നില ഒരു ബിൽഡിങ്ങിൻ്റെയൊക്കെ ഉയരമുള്ള വലിയ വിൻമില്ലുകളാണ് ഉണ്ടാവുക. ഞങ്ങൾക്ക് ഈ ഒരു സ്കെയിലപ്പ് കോൺക്ലേവിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞങ്ങൾ ചോദിച്ചിരുന്നു എന്താണ് ഞങ്ങൾക്കിവിടെ അവതരിപ്പിക്കാൻ പറ്റുക. MLA പറഞ്ഞു, മലബാറുകാരോട് നിങ്ങൾക്ക് എന്തും ചോദിക്കാം, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മലബാറോട് ചോദിക്കാം. ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നതാണ്, ഈ കേരളത്തിലെ ഏറ്റവും വലിയ ചാർജിങ് സ്റ്റേഷൻ നെറ്റ്വർക്കായ ഈ ഒരു ഗോയിസി എന്ന് പറയുന്ന ഒരു കമ്പനിയെ ഇന്ത്യയിലെ 5-1 നെറ്റ്വർക്കെങ്കിലും ആക്കാൻ കഴിയുന്ന രീതിയിൽ, ഇതുപോലെ ഒരു ചാർജിങ് സ്റ്റേഷൻ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ്. ഇതിൽ ഇക്വിറ്റിയിലേക്കും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ചാർജിങ് സ്റ്റേഷനിൽ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞങ്ങൾ 2 ചെറിയ സ്റ്റാളുകൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. കൂടുതലറിയാൻ അവിടെ നമുക്ക് എത്താൻ പറ്റും. അവിടെ നമ്മൾ ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് വിശദമായിട്ട് ഞങ്ങൾ പരിചയപ്പെടുത്താം.
ഇത് വളരെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ പ്രവാസികൾക്കും അതുപോലെ വീട്ടമ്മമാർക്കും ഒരു സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങണം എന്ന വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല എന്ന് വിചാരിക്കുന്ന ഏതൊരാൾക്കും ഒരു ജോലിക്കാരനെ വെക്കാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴത്തെ ഈ ഒരു ഏറ്റവും പുതിയ ഈ ഒരു സമൂഹത്തിൽ ഏറ്റവും പ്രോഗ്രസീവായിട്ടുള്ള, കാരണം ഇലക്ട്രിക് കാറുകൾ കണ്ടമാനം വരെ നിങ്ങൾക്കറിയാം. മാരുതി കൂടി ഇലക്ട്രിക് ആവുന്നതോടുകൂടി ഇന്ത്യ മൊത്തം ഇലക്ട്രിക് ആവുമെന്നുള്ള ഒരു ചൊല്ല് തന്നെയുണ്ട്. മാരുതിയുടെ വാഗണാറും അതുപോലെ ടാറ്റയുടെ നാനോവും ഇതുപോലെ ഈ 2024-25 വരാൻ പോകുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ നിരത്തുകൾ കീഴടക്കാൻ പോകുന്ന പുതിയ കാലത്തിൻ്റെ പെട്രോൾ പമ്പുകളായിട്ടുള്ള ഈ ഒരു ഗ്രീൻ എനർജി സ്റ്റാർട്ടപ്പിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. Thank you so much, sir. Thanks a lot. So that was Mr. E.P. Jaffer, the head of the CEO of Go Easy. So വളരെയധികം പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് അദ്ദേഹം മലപ്പുറത്തിന് മുന്നിൽ ഇപ്പോൾ തുറന്നു വെച്ചിരിക്കുന്നത്. And of course, as you said, in a few words, there will be an incredible or like a humongous number of electric vehicles all over the roads of India. And of course, this is a wonderful opportunity lying before you. നിങ്ങൾക്ക് അവിടെ സ്റ്റോൾസിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ഇതിനെപ്പറ്റി കിട്ടുന്നതായിരിക്കും. So right now join with us for a very enriching panel discussion on Let's Talk, Startup, Scale Up and Wheezy. So ഈ ഒരു സെഷനിൽ our wonderful the seasoned entrepreneurs and of course the industry leaders will navigating us through the the intricacies of launching and scaling up a startup in the world or with the support of the venture capital. So ഈ ഒരു സമയത്ത് നമുക്ക് കേൾക്കാം, നമുക്ക് നമ്മളുടെ കൂടെ വെഞ്ചർ ക്യാപിറ്റലിനെ പറ്റിയിട്ട്, ഡൈനാമിക് വേൾഡ് ഓഫ് വെഞ്ചർ ക്യാപിറ്റലിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരാനായി, അതിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, ചാലഞ്ചസ്, അതുപോലെ അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് സംസാരിക്കാനായി, നമുക്ക് പറഞ്ഞു തരാനായി with us we have got some incredibly talented or incredibly educated panelists. So let me invite onto the stage the moderator, Mr. Akshay, who is the Chief Executive Officer of the EduPod Private Limited, the Kerala's online coaching center by NIT or IIT and AIMS alumni. So Mr. Akshay is a proven leader who has successfully led 2 extraordinary 0 to 1 journeys, propelling organizations into uncharted territories of growth and success. May we kindly have the presence of Mr. Akshay, the CEO of EduPod Private Limited, join with us for the next session on Let's Talk, Startup, Scale Up and Wheezy. Along with Mr. Akshay, let me invite the next panelist, who is none other than Mr. Ashok Kurian Panyukaran. So he is a senior manager for the business development, startup life cycle and IT at the Kerala Startup Mission, the central agency of the government of Kerala for an entrepreneurship development and incubation activities in Kerala. May we kindly have Mr. Ashok Kurian Panyukaran and Mr. Akshay join with us for the next session. And the third panelist shall be Mr. Balagopal, the former IAS officer who quit his prestigious job to build a leading pharma company. ഇവിടെ പലരും പറഞ്ഞൊരു കാര്യമായിരുന്നു, നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നല്ലതുപോലെ പഠിച്ച് വലിയ ഒരു ജോലി കിട്ടുക എന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിൽ വളരെ പ്രസ്റ്റീജിയസ് ആയ ഒരു ജോലി കിട്ടിയിട്ട് ആ ജോലി ഉപേക്ഷിച്ച് പകരം വളരെ തൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ് വേൾഡ് ഡെവലപ്പ് ചെയ്യണം എന്ന ആഗ്രഹവുമായി മുന്നിട്ടിറങ്ങി ഒരു ലീഡിംഗ് ഫാർമ കമ്പനി, ദാറ്റ് ഈസ് ദ തെർമോപെൻപോൾ ഡെവലപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മളുടെ next panelist, and he struck a joint venture with a global leader. So ഈ ഒരു സെഷനിൽ ജോയിന്റ് വെഞ്ചറിനെ പറ്റി ഏറ്റവും നന്നായി നമുക്ക് വേണ്ടി പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു വ്യക്തി കൂടിയാണ്. And with an entrepreneurial career that is spanning over 2 decades and eventually spelling his share in the manufacturing giant, may we kindly have Mr. Balagopal join with us for this upcoming session. And the next panelist, that is the fourth panelist, is Dr. Sachi Gopinath, who is the first Vice Chancellor of the newly formed Kerala University of Digital Sciences, Innovation and Technology, that is the Digital University Kerala. So he is someone who has been awarded with the Best CEO Award by the Future Kerala magazine, the KMA Technology Leadership Award, the Management Leadership Award, and the British Council Knowledge Economy Fellowship.
And the fifth panelist for this session on the venture capitalist is Mr. Shailan Sugunan, a multifaceted individual who have efficiently held roles like an engineering scientist, software designer, to the chief executive across a diverse and innovative domains like aerospace engineering, engineering research, media research, and information technology. And he is also someone who have founded a captive subsidiary of an international US-based company, that is the Arbitron, which grew it to one of the high-performing companies in India. And he is also responsible for the creation of more than 500 technology jobs in Kerala, an incredible feat. And let me invite to the panel discussion the final panelist, who is Mr. P.M. Riaz, the General Manager of the Kerala Knowledge Economy Mission and the former Project Director at Funding and Global Linkages, an experienced project management professional with a demonstrated history of institution building capabilities in startup investment, angel investments, e-governance, entertainment, and skill development sector. So once again, may we have the pleasure of inviting to this session on Let's Talk, Startup, Scale Up, and Wheezy, the moderator, Mr. Akshay, the CEO of Eduport Private Limited, Mr. Ashok Kurian Panyukaran, the Senior Manager of the Startup Life Cycle and IT at Kerala Startup Mission, Mr. Balagopal, the former IAS officer and the founder of Thermo Penpol, Dr. Sachi Gobinath, Mr. Shailan Sugunan, and Mr. P.M. Riaz onto the stage, please. Hello. Hi, good afternoon. Good afternoon, Perinthalmanna. എല്ലാവരും ഭക്ഷണത്തിൻ്റെ ഒരു ഇതിലാണെന്ന് തോന്നുന്നു. ഈ ഒരു ഇവൻറ്റിൽ നമുക്കുള്ള ഏറ്റവും ഒരു സ്റ്റാർ പാക്ഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സെഷനാണിത്. നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പാനലിസ്റ്റിൻ്റെ ഒരു പാനൽ ഡിസ്കഷനാണ്. നമ്മൾ സ്റ്റാർട്ടപ്പ്, സ്കെയിലപ്പ് ആൻഡ് വി സി എന്ന് പറയുന്ന ഒരു തീമിലാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ദ പാനലിസ്റ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡ്യൂസിങ് മിസ്റ്റർ ബാലഗോപാൽ സർ. സർ പ്ലീസ് കം ഓൺ സ്റ്റേജ്. ബാലഗോപാൽ സാറ് ടെർമോ പെൻപോൾ എന്ന് പറയുന്ന ഒരു കമ്പനീൻ്റെ ഫൗണ്ടറാണ്. ഹീസ് ആൻ എക്സ് IAS ഓഫീസർ. ഹീസ് ഓൾസോ എക്സ് ചെയർമാൻ ഓഫ് ഫെഡറൽ ബാങ്ക്. അപ്പോൾ ഒരു 35 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ സ്റ്റാർട്ടിങ് അപ്പ്, സ്കെയിലിംഗ് അപ്പ്. ഹിസ് കമ്പനി വാസ് അക്വയർഡ് ബൈ എ ജാപ്പനീസ് കമ്പനി. ഇത് ഇന്നല്ല, ഒരു കുറച്ച് കാലം മുമ്പ്. യെസ് പ്ലീസ്. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ഡോക്ടർ സജി ഗോപിനാഥ് സർ. ഹീസ് എൻ IIM ഡീൻ ആയിരുന്നു. എക്സ് സ്റ്റാർട്ടപ്പ് മിഷൻ CEO ആണ്. ഇപ്പം വൈസ് ചാൻസലർ ഓഫ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരള. സജി ഗോപിനാഥ് സർ, വെൽക്കം. നെക്സ്റ്റ് മിസ്റ്റർ ഷിലൻ സുഗുണൻ. സർ മലബാർ ഏഞ്ചൽ നെറ്റ്വർക്കിൻ്റെ ചെയർമാനാണ്. ഹീസ് ഓൾസോ വർക്ക്ഡ് ഇൻ US. മൂപ്പരുടെ കമ്പനി US ലിസ്റ്റഡായി, IPOയിൽ പോയി. അത് കഴിഞ്ഞ് കേരളത്തിലൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ദാറ്റ് ഗോട്ട് അക്വയർഡ് ബൈ ആൻ US കമ്പനി. വെൽക്കം ഷിലൻ സർ. നെക്സ്റ്റ് we have Riaz sir, who's the director of KKEM, Kerala Knowledge Economy Mission. കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് CMൻ്റെ ഡയറക്റ്റ് സൂപ്പർവിഷനിലുള്ള KKEM എന്ന് പറഞ്ഞ മിഷൻ്റെ മാനേജിംഗ് പാർട്ട്ണറാണ്. വി ഹാവ് അശോക് കുര്യൻ, ഹൂസ് ദി ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ ഫോർ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. വെൽക്കമിങ് അശോക് ഓൺ ടു ദ സ്റ്റേജ്. ഓക്കെ, എനിക്ക് 1 hour ആണുള്ളത്. ഇവരുടെ എല്ലാവരുടെയും ഒരു കളക്റ്റീവ് എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ദിവസം പോലും നമുക്ക് തികയാണ്ട് വരും. സോ ലെറ്റ് മീ ഓപ്പൺ ദിസ് പാനൽ. യെസ്, വിൽ സ്റ്റാർട്ട് വിത്ത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള അശോകിൻ്റെ അടുത്ത്. ഈ ഒരു ക്രൗഡിന് വേണ്ടി, ഈ ഒരു
നമ്മുടെ ഒരു തീം ഉണ്ടല്ലോ, അതായത് സ്റ്റാർട്ടപ്പ് സ്കെയിലപ്പ് VC, ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ ഒരു 5 minutes എന്താണ് ഐഡിയ, അവിടെ നിന്ന് എങ്ങനെ സ്റ്റാർട്ടപ്പ് ചെയ്യും, ആ ഒരു ലൈഫ് സൈക്കിൾ ഓഫ് എ സ്റ്റാർട്ടപ്പ്. താങ്ക് യു അക്ഷയ്. നമസ്കാരം. ഇപ്പം അക്ഷയ് ചോദിച്ചതുപോലെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി ഒരാശയമുണ്ട്. ആ ആശയം ഒരു സ്റ്റാർട്ടപ്പ് ആക്കുന്നത് എങ്ങനെയാണ്? ആ ആശയം സ്റ്റാർട്ടപ്പ് ആക്കിയതിന് ശേഷം പല സ്റ്റേജുകളുണ്ട് ഒരു സ്റ്റാർട്ടപ്പിന്. ആ ഒരു ഗ്രോത്ത് സ്റ്റേജിൽ അതിൻ്റെ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് വരും. ആ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഗോ ടു മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് വരും. ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ അത് വിജയകരമാകുമോ എന്നുള്ള കുറേയേറെ ആക്ടിവിറ്റീസ് ഉണ്ട്. അതെങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പം ആ ഒരു ആക്ടിവിറ്റിയിൽ എന്തൊക്കെ സപ്പോർട്ട് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് സ്റ്റാർട്ടപ്പുകൾ നോക്കേണ്ടത് എന്നൊക്കെയുള്ള കുറേയേറെ ആക്ടിവിറ്റീസ് ഞാൻ കവർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പം തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത്, ഒരു സ്റ്റാർട്ടപ്പ് ആശയം അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന് ഒരാൾ വിചാരിക്കുകയാണെങ്കിൽ ഹി ഷുഡ് ഹാവ് ഗുഡ് കോൺഫിഡൻസ്. എല്ലാവർക്കും കോൺഫിഡൻസ് ഉണ്ട്, എല്ലാവർക്കും നല്ല കോൺഫിഡൻസ് ഉള്ള ആൾക്കാരായിരിക്കാം. പക്ഷേ ഇറ്റ് ഷുഡ് ഓൾസോ ഹാവ് ലോട്ട് ഓഫ് ക്ലാരിറ്റി ഇൻ ദാറ്റ്. ആ കോൺഫിഡൻസ് ആ ഒരു ക്ലാരിറ്റിയിൽ നിലയുറപ്പിച്ചതായിരിക്കണം. അതായത് എനിക്കൊരു ഐഡിയ ഉണ്ട്, ആ ഐഡിയയ്ക്ക് എത്രത്തോളം നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്താൻ പറ്റുമോ അത്രത്തോളം ആയിരിക്കും നിങ്ങളുടെ സക്സസ് ഓൺ ദാറ്റ് സ്റ്റാർട്ടപ്പ്. അപ്പം ക്ലാരിറ്റി എഗെയിൻ ഈ പറയുന്ന ഒരു നെറ്റ്വർക്കിംഗ് ആക്ടിവിറ്റീസ് വരും. ആ ക്ലാരിറ്റി എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ഒരാൾക്കൊരു ആശയമുണ്ട്, ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആൾക്കാർക്ക്. ലൈക്ക് എൻ്റെ ആശയം ആരെങ്കിലും കൊണ്ടുപോകുമോ, ആ ആശയം വേറെ ആരെങ്കിലും കൊണ്ടുപോകുമോ എന്നുള്ളതാണ് ബേസിക് പേടി വരുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ആശയം നിങ്ങൾ കൂടുതൽ ആൾക്കാരുമായിട്ട്, കൺസേൺഡ് ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ എക്സ്പേർട്സുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ആശയത്തിൽ ക്ലാരിറ്റി കൂടത്തുള്ളൂ. നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പേർട്ട് അഡ്വൈസ് നിങ്ങളുടെ സ്റ്റാർട്ടപ്പിൻ്റെ ഗ്രോത്തിൽ ഓരോ പാതയിലും അത് വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. പിന്നെ ഒരു ആശയമായിട്ട് ഒരാൾ മുമ്പോട്ട് വരുമ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഗോൾഡൻ സർക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഈ പറയുന്ന വൈ, ഹൗ ആൻഡ് വാട്ട്. നിങ്ങൾ എന്തിനാണ് ഈ പറയുന്ന എന്താണ് ആ പറയുന്ന പർട്ടിക്കുലർ വൈ, എന്തിന് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്യണം, അപ്പോൾ അതിന് കുറേയേറെ ക്ലാരിറ്റി വരുത്താനായിട്ടുണ്ട്. ആൻഡ് ഹൗ, എങ്ങനെ ഞാനത് ഇംപ്ലിമെൻറ്റ് ചെയ്യും, എൻ്റെ ആശയം ഞാൻ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ആൻഡ് വാട്ട്, അതിൽ നിന്ന് എന്താണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്, അതായത് പ്രൈമറിലി ഔട്ട്പുട്ട് എന്താണ് അതിനകത്ത് വരുന്നത്. ഇതിന് നിങ്ങൾ ഈ 3 ഘടകങ്ങൾക്കും നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ആരോടും അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ യു ക്യാൻ ഗോ അഹെഡ് വിത്ത് യുവർ സ്റ്റാർട്ടപ്പ്. അപ്പം നമ്മുടെ സ്റ്റാർട്ടപ്പ് ഗ്രോത്തിൽ, ആ ഗ്രോത്ത് സൈക്കിളിൽ ഐഡിയേഷൻ സ്റ്റേജ് ഉണ്ട്, ഐഡിയ ടു പ്രോട്ടോടൈപ്പിംഗ് ഉണ്ട്. ആ പ്രോട്ടോടൈപ്പിൽ നിന്ന് എഗെയിൻ പൈലറ്റിങ്ങിലേക്ക് പോകുമ്പം കുറേ ഏറെ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പം അതിനകത്ത് നിങ്ങൾക്ക് ബിസിനസ് സപ്പോർട്ട് സിസ്റ്റം വേണ്ടി വരും, ടെക്നിക്കൽ സപ്പോർട്ട് സിസ്റ്റം വേണ്ടി വരും, ഫിനാൻഷ്യൽ സപ്പോർട്ട് സിസ്റ്റം വേണ്ടി വരും. ഇപ്പം കേരള സർക്കാർ തന്നെ ഇപ്പം നമുക്ക് പറയുവാണെങ്കിൽ ഒരു 30 ലക്ഷം തൊട്ട് 50 ലക്ഷം രൂപ വരെ ഗ്രാൻഡ് മണി തന്നെ നമുക്ക് അവൈലബിൾ ആണ്. പല സ്റ്റാർട്ടപ്പ് സ്കീമുകൾ വഴി അല്ലെങ്കിൽ പല ഗവൺമെൻറ് ഗ്രാൻഡ്സ് വഴി, വിച്ച് വിൽ ഹെൽപ്പ് യു ടു raise your startup right from the ideation to the product development or scale up stage kind of thing. Okay. Again ഈ ഐഡിയാസ് എങ്ങനെ പ്രാവർത്തികമാക്കണം എന്ന് മാത്രം നമ്മൾ എക്സ്പേർട്സുമായിട്ട് നിർത്തി ഇത് ചെയ്യാം, ആലോചിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു അശോക്. അപ്പോൾ ഈ ഒരു ഫുൾ ലൈഫ് സൈക്കിൾ ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാർ. സോ മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ടു ബാലഗോപാൽ സർ. ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, ആ കമ്പനി അൾട്ടിമേറ്റ്ലി എക്സിറ്റ് എന്ന് പറയുന്ന ഒരു അക്വിസിഷനോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ആവോ ആണ്. അപ്പോൾ ഇത് ഫുൾ ചെയ്തിട്ടുള്ള ശിലൻ സാറും ഉണ്ട്, ബാലഗോപാൽ സാറും ഉണ്ട്. ഫസ്റ്റ് ടൈം റീഡയറക്റ്റിംഗ് ടു ബാലഗോപാൽ സർ. കെൻ യു നമ്മുടെ ഈ ഒരു ക്രൗഡിന് ആ ഒരു ഫുൾ ലൈഫ് സൈക്കിൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ, ഫ്രം ഫൗണ്ടിങ് ടു എക്സിറ്റിംഗ് എ കമ്പനി? ഞാൻ എൻ്റെ വ്യവസായം തുടങ്ങുമ്പോൾ അന്ന് എനിക്ക് 30 വയസ്സായിരുന്നു. ഞാൻ അന്നൊരു IAS ഓഫീസറായിരുന്നു. 6 വർഷത്തെ സർവീസ് കഴിഞ്ഞിട്ട് രാജിവെച്ച് ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് തിരുവനന്തപുരത്ത് തുടങ്ങി. അന്നൊരു 10-20 പേര് വെച്ചിട്ട് തുടങ്ങിയതാണ്. അത് പല ഭീഷണികളും
പ്രതിസന്ധികളുമൊക്കെ നേരിടേണ്ടി വന്നു. അത് ഒരു 10 വർഷത്തെ കഠിനാധ്വാനവും ഒരുപാട് ഭാഗ്യവും എല്ലാത്തിൻ്റെയും ഫലമായിട്ട് അത് വിജയകരമായിട്ടുള്ള ഒരു ആഗോളതലത്തിലുള്ള ഒരു വിജയമായിട്ട് മാറി. ഇന്ത്യയിൽ മാത്രമല്ല, ഏഷ്യയിലെ ലാർജസ്റ്റ് മേക്കർ ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ബാഗ്സ് ആയിട്ട് മാറി. ഇപ്പോൾ ആ ഫാക്ടറി ലോകത്ത് വൺ ഓഫ് ദി ലാർജസ്റ്റ് മേക്കേഴ്സ് ഓഫ് ബ്ലഡ് ബാഗ് സിസ്റ്റംസ് ആണ്. ആ ഫാക്ടറിയിൽ 1400 നിങ്ങളുടെ കൂട്ട് ചെറുപ്പക്കാരികളും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് നല്ല ശമ്പളം കിട്ടുന്നുണ്ട്. മാനുഫാക്ചറിങ് യൂണിറ്റാണ്. എനിക്ക് ബീഹാറീസോ ജാർഖണ്ഡിൽ നിന്നുള്ളവരോ ബംഗാളീസിനോട് വിരോധമൊന്നുമില്ല. എന്നെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവിടെ. പക്ഷെ ആ ഫാക്ടറിയിൽ ആ പല സംസ്ഥാനങ്ങളിൽ നിന്ന് ആരും അവിടെ ജോലി ചെയ്യുന്നില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ആവശ്യമുള്ള സ്കിൽസും ഈ കഴിവുമുള്ള യുവാക്കളും യുവതികളും അവിടെ തന്നെ ലഭ്യമായതുകൊണ്ട് ആ ഫാക്ടറി വളരെ വിജയകരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ 10 വർഷം മുമ്പത് ഒരു ജാപ്പനീസ് മൾട്ടിനാഷണലിന് വിറ്റു. അത് ആ വിൽക്കുന്നതിന് മുമ്പ് ഒരു 10 വർഷം മുമ്പ് ആ ജാപ്പനീസ് കമ്പനി നമ്മളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് എൻ്റെ കമ്പനിയിൽ ഒരു ഷെയർ ഹോൾഡിംഗ് അവർക്ക് എടുക്കണമെന്ന് അവരെ ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ അന്ന് ഞാൻ പോയി KSIDCയും പിന്നെ നാഷണൽ റിസർച്ച് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഇവരൊക്കെ ആയിരുന്നു ഓഹരി ഉടമകൾ എൻ്റെ കമ്പനിയിൽ. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ നെഗോഷിയേറ്റ് ചെയ്ത് അവരുടെ ഷെയർസ് ഈ ജാപ്പനീസ് കമ്പനിക്ക് വിറ്റു. എൻ്റെ അനുമതിയോടുകൂടി വിറ്റു. അപ്പം അങ്ങനെ ഈ ജാപ്പനീസ് കമ്പനിയും ഞാൻ മാത്രമായിരുന്നു ഒരു 10-15 വർഷം ഞങ്ങൾ നല്ലൊരു സക്സസ്ഫുൾ പാർട്ട്ണർഷിപ്പായിരുന്നു. ഇൻഫാക്ട് ഏതോ ഒരു ചടങ്ങിന് ഞങ്ങൾ അന്നത്തെ ജാപ്പനീസ് അംബാസിഡർ ടു ഇന്ത്യ അദ്ദേഹത്തിനെ മുഖ്യാതിഥിയായിട്ട് വിളിച്ചപ്പം അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിൽ ഏറ്റവും സക്സസ്ഫുൾ ഇൻഡോ ജാപ്പനീസ് വെഞ്ചർ ഞങ്ങളുടെ ജോയിൻറ്റ് വെഞ്ചർ ആയിരുന്നു. അത് എനിക്ക് വളരെ അതിശയം തോന്നി അത് കേട്ടപ്പം. ബിക്കോസ് ഈ ഭീമന്മാരായ ടൊയോട്ടയും അങ്ങനത്തെ ഉള്ള കമ്പനീസൊക്കെ ഉള്ളപ്പം ഏറ്റവും സക്സസ്ഫുൾ വെഞ്ചർ എന്ന് വിശേഷിപ്പിച്ചത് വളരെ അഭിമാനം തോന്നിപ്പിക്കുന്നൊരു കാര്യമാണ്. അപ്പം അന്ന് അവർ വന്ന് ഓഹരി ഒരു പങ്കാളിത്തത്തിലേക്ക് എൻ്റെ കൂടെ കൈകോർത്ത് ഞങ്ങൾ മുന്നോട്ട് പോയപ്പം ആ എഗ്രിമെൻറ്റിൽ ഷെയർ ഹോൾഡർ എഗ്രിമെൻറ്റിൽ തന്നെ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു, ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. എനിക്കോ അവർക്കോ എക്സിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവുമ്പോൾ മറ്റവർക്ക് ഫസ്റ്റ് റിഫ്യൂസൽ കൊടുക്കണം. പിന്നെ ഷെയർ ആ സമയത്ത് വാല്യുവേഷൻ പ്രക്രിയ എങ്ങനെ ചെയ്യണം, ഒരു ബേസിക് ഫോർമുല മാത്രം. അതായത് ഇന്ന മെത്തേഡ് ഉപയോഗിക്കണമെന്നൊന്നും അല്ലായിരുന്നു. നമ്മൾ ബിഗ് 4 ഏതെങ്കിലും ഒരു കമ്പനിയെ നിയമിച്ചുകൊണ്ട് അവർ വഴി ഇത് ചെയ്തിട്ട് അത് സ്വീകരിക്കണമെന്നല്ല, അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള നെഗോഷിയേഷൻസ് ആയിരിക്കണം. അപ്പോൾ അത് വളരെ ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രക്രിയ ആയിരുന്നു. വളരെ ചുരുങ്ങിയ കാലയളവിൽ ഞങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഇത്. ഇപ്പം ലോകത്തെ ബിഗ്ഗസ്റ്റ്, അപ്പം എനിക്കതിന് വലിയ താല്പര്യം ഉണ്ടായത് വേറൊരു കാരണം കൊണ്ടായിരുന്നു. എൻ്റെ സ്വെറ്റ് ഇക്വിറ്റി മോണിറ്റൈസ് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമല്ലായിരുന്നു. പക്ഷേ ഞാൻ ഉണ്ടാക്കിയെടുത്ത ചെറിയ ഒരു പ്രസ്ഥാനം അത് വളർന്നു വന്ന് ഈ സ്ഥാനത്ത് എത്തിയപ്പോഴത്തേക്ക് അതിൽ ജോലി ചെയ്യുന്ന എല്ലാവരോടും എനിക്കൊരു ഉത്തരവാദിത്വ ബോധമുണ്ടായി. അവരുടെ ഭാവി ഇപ്പം സപ്പോസിങ് ഇപ്പം മൾട്ടിനാഷണൽസ് ഇങ്ങനെ ഉണ്ടാവാം, ദാറ്റ് വാങ്ങിച്ചിട്ട് കോമ്പറ്റീഷൻ ഇല്ലാതാക്കാനായിട്ട് ഒരു ചെറിയൊരു കോമ്പറ്റീറ്ററിനെ വാങ്ങിച്ചിട്ട് അടച്ചു പൂട്ടിക്കാറില്ല. അതും പലയിടത്തും നടന്നിട്ടുണ്ട്. പക്ഷേ ടെറുമോ കോർപ്പറേഷൻ അങ്ങനെ അല്ല അവരുടെ ഉദ്ദേശമെന്ന് 10 വർഷം കൊണ്ട് എനിക്ക് തിരിച്ചറിയാൻ സാവകാശം ഉണ്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ വിറ്റു. അപ്പം ഇത് വളരെ സ്മൂത്തായിട്ടുള്ള ഒരു പ്രോസസ്സായിരുന്നു. എപ്പോഴും ഇത്ര സ്മൂത്തായിട്ട് നടക്കില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് ഐ ഡോണ്ട് വാണ്ട് ടു മേക്ക് ഇറ്റ് അപ്പിയർ ദാറ്റ് ഈ എക്സിറ്റ് പ്രോസസ്സ് വളരെ സിമ്പിളായിരിക്കുമെന്നല്ല ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ കേസിൽ ഞങ്ങൾ പല കാര്യങ്ങളും മുന്നിൽ കണ്ടതുകൊണ്ട് അതെല്ലാം വ്യവസ്ഥകളിൽ എഗ്രിമെൻറ്റ്സിൽ അതിനുള്ള വ്യവസ്ഥകൾ ഉണ്ടാക്കിയതുകൊണ്ട് കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോയി. അപ്പം ഇറ്റ് ഈസ് വൺ ഓഫ് ദി കേസസ് ഓഫ് എ സ്മോൾ സ്റ്റാർട്ടപ്പ് കേരളത്തിൽ തുടങ്ങി എസ്റ്റാബ്ലിഷ്ഡായി 1000-ൽ പരം പേർക്ക് നല്ല വരുമാനം നൽകുന്ന
ഒരു ഉപജീവന മാർഗം അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ആ മേഖലയിൽ അതിനുള്ള ഒരു റെപ്യൂട്ടേഷൻ എന്താ പറയുക സമ്പാദിക്കാനും സാധിച്ചു. ആൻഡ് ഒരു വലിയ ലോകത്ത് തന്നെ ഇതിൽ ക്വാളിറ്റിക്ക് നമ്പർ 1 ആയിട്ടുള്ള ജാപ്പനീസ് ഒരു മൾട്ടിനാഷണൽ കമ്പനി വന്ന് അത് ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പം അവരുടെ ഭാവി ഭദ്രമാണെന്നുള്ള ഉറപ്പായതുകൊണ്ട് ഐ വാസ് വെരി ഹാപ്പി ടു എക്സിറ്റ്. താങ്ക് യു സർ, വെരി ഇൻസ്പയറിങ്. ഇന്നിപ്പം എനിക്ക് തോന്നുന്നു 10 years ബാക്ക് യോർ സ്റ്റോറി പോലെയോ VC സർക്കിൾ പോലത്തെ ഒന്നും മീഡിയ ഹൗസസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളൊന്നും ഈ സ്റ്റോറി അധികം അറിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു എൻഡ് ടു എൻഡ് ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ഷിലൻ സർ, സോ ഒരു കമ്പനി എക്സിറ്റ് ചെയ്യുമ്പം മേജർലി 2 റൗട്ടാണ്. ഒന്ന് ഇപ്പം സാറ് പറഞ്ഞ പോലെ അക്വിസിഷൻ, രണ്ടാമത്തത് പബ്ലിക് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത് ചെയ്തിട്ടുള്ള ഷിലൻ സാറിൻ്റെ ആ ഒരു സ്റ്റോറി, ആ ഒരു എക്സ്പീരിയൻസ്. എനിക്ക് രണ്ടല്ല ആക്ച്വലി 3. അപ്പം മൂന്നാമത്തെ ചെറുതാണ്, അപ്പോൾ ഞാനത് പറയുന്നില്ല. അപ്പോൾ ഒരു 3 എക്സിറ്റ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കമ്പനീൻ്റെ. അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ബാലഗോപാൽ സാറിൻ്റെ മാതിരി ഞാനൊരു ഗവൺമെൻറ് സർവൻ്റ് ആയിരുന്നു. ഐ വാസ് ഇൻ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ആസ് എ സയൻറ്റിസ്റ്റ്. അതായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. ഞാൻ കുറച്ച് കാലം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സുപ്രഭാതത്തിൽ അത് വേണ്ടെന്ന് വെച്ച്. അപ്പം ഞാൻ ഇത് ആരടുത്തും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ഐ ഡിഡ്ന്റ് ടെൽ മൈ ഇൻലോസ് ഐ ആം ക്വിറ്റിംഗ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫാദറിലോ എടുക്കും ഒരു മാസം എടുക്കാൻ മുണ്ടിയില്ല എന്തുകൊണ്ടാണ് ചെയ്തതെന്നുള്ളൂ. ഇപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് പോകാന്ന് പറഞ്ഞാൽ തന്നെ സൂയിസൈഡലാണ് അന്നത്തെ കാലത്ത്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്ത് ഇത് ഞാൻ അമേരിക്കയിൽ പോയി ഒരു ചെറിയൊരു കമ്പനീൻ്റെ ഒരു സീനിയർ മാനേജറായിട്ട് ജോയിൻ ചെയ്ത് അതിൻ്റെ ഒരു CTO എന്ന് പറയും, ചീഫ് ടെക്നോളജി ഓഫീസറായിട്ട് അത് ജോയിൻ ചെയ്ത്. ഒരു ചെറിയ കമ്പനിയായിരുന്നു അത്. പിന്നെ എല്ലാം ഭാഗ്യമെല്ലാം ഉണ്ടായിരുന്നു, കുറേ ഭാഗ്യം ഫാക്ടർ ഉണ്ട്. ലക്കിലി വി വെർ ഏബിൾ ടു സ്കെയിൽ ദാറ്റ് കമ്പനി. അപ്പം ഞാൻ ആ കമ്പനീൻ്റെ സ്കെയിലപ്പിൻ്റെ ഭാഗമായിട്ടെന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 6-7 കമ്പനീനെ അക്വയർ ചെയ്തിട്ടുണ്ട്. ലോകത്തിൽ പല ഭാഗമായിട്ട് ഫിൻലാൻഡ്, പോർച്ചുഗൽ, പിന്നെ അങ്ങനെ മെക്സിക്കോ. അപ്പോൾ അങ്ങനെ അതെല്ലാം ആ ഒരു എക്സ്പീരിയൻസ് കിട്ടി. ഫൈനലി എന്ന് പറഞ്ഞാൽ നമ്മളിതൊരു IPOയിലേക്ക് പോകാൻ തീരുമാനിച്ച്. അതൊരു വലിയൊരു പ്രക്രിയയാണ്. കാര്യം ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സുമായിട്ട് ഇതും ഡീൽ ചെയ്യുന്നതും പിന്നെ അതേമാതിരി അവിടെ ലിസ്റ്റ് ചെയ്യുന്നതും അതിൻ്റെ കുറേ ലീഗലായിട്ടുള്ള സംഭവമുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ ആ ഒരു പ്രൊസീജിയർ വഴി അത് ലിസ്റ്റ് ചെയ്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി. കമ്പനീൻ്റെ വാല്യുവേഷൻ കമ്പനീൻ്റെ പേര് ആർബിട്രോൺ എന്നായിരുന്നു. അപ്പോൾ ആ കമ്പനീൻ്റെ വാല്യുവേഷൻ വാസ് അറൗണ്ട് $1.6 billion. അതായിരുന്നു. ബില്യൺ. ഓക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഇന്ത്യയിൽ വരാൻ തീരുമാനിച്ചു. അപ്പോൾ ഇന്ത്യയിൽ വന്ന് അപ്പം ഞാൻ വന്നേരം എന്തൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുമായിട്ട് ഞാൻ വർക്ക് ചെയ്ത ഏരിയ എന്ന് പറഞ്ഞാൽ ഈ മാധ്യമ ഗവേഷണം, അതായത് മീഡിയ അനാലിറ്റിക്സ്, എങ്ങനെയാണ് ആൾക്കാർ മീഡിയ കൺസ്യൂം ചെയ്യുന്നതെന്നുള്ള ഇതാണ്. അപ്പോൾ ആ സമയത്ത് മീഡിയൻ്റെ അകത്ത് തന്നെ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നു. പണ്ട് മാധ്യമം എന്ന് പറഞ്ഞാൽ റേഡിയോ, ടെലിവിഷൻ, ഇൻ്റർനെറ്റ്, ഔട്ട്ഡോർ എങ്ങനെയാണ് ഇതെല്ലാം വെർട്ടിക്കലൈസ്ഡ് ആണ്. പിന്നെയാണ് ഈ കണ്ടന്റും ഡെലിവറിയും. ഇപ്പം എന്ന് പറഞ്ഞാൽ യു ക്രിയേറ്റ് ദ കണ്ടന്റ് ആൻഡ് യു ക്യാൻ യൂസ് മൾട്ടിപ്പിൾ ഡെലിവറി പ്ലാറ്റ്ഫോംസ്. ആ ഒരു പാരഡൈം ഷിഫ്റ്റ് വരുന്ന സമയത്താണ് ദാറ്റ് വാസ് എ വെരി ഡിസ്റപ്ഷൻ ഇൻ മീഡിയ. അപ്പോൾ ആ സമയത്താണ് അങ്ങനെയുള്ള മീഡിയൻ്റെ മെഷർമെൻറ്റിനുള്ള ഒരു കമ്പനി നമ്മൾ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്. അതും ഇതേമാതിരി കുറച്ച് ഭാഗ്യമെല്ലാം ഉണ്ടായിരുന്നു. അതങ്ങനെ വളർന്ന് ആൻഡ് വി ഹാഡ് അറൗണ്ട് 500 എംപ്ലോയീസ് ഉണ്ടായിരുന്നു അത്. ഓക്കെ. അപ്പോൾ അതിങ്ങനെ സ്കെയിൽ ചെയ്ത് അത് ബാലഗോപാൽ സാർ പറഞ്ഞ മാതിരി തന്നെ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. മെയിൻ ചാലഞ്ച് വിച്ച് ഐ ഫൗണ്ട് വാസ് ഗെറ്റിംഗ് ദ റൈറ്റ് പീപ്പിൾ. കാര്യം നമ്മൾ ചെയ്യുന്ന ഒരു വേൾഡ് ക്ലാസ് പ്രോഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കമ്പീറ്റ് ചെയ്യണമെങ്കിൽ അതിന് കണക്കായ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ വളരെ ഇതായിട്ട് കുറേ നമ്മൾ യുണീക്കായിട്ടുള്ള ഇത് വെച്ചിട്ടാണ് അവരെ കൊണ്ടുവന്നത് അവിടെ. പിന്നെ അവരെ റീറ്റെയിൻ ചെയ്യാനും. അപ്പോൾ അങ്ങനെ അത് ചെയ്ത് ഒരു 2006 തുടങ്ങിയത്. അപ്പോൾ 2015 നമുക്ക് നല്ലൊരു ഓഫർ കിട്ടി. നീൽസൺ എന്ന് പറഞ്ഞ വേൾഡിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് മീഡിയ റിസർച്ച് കമ്പനീസാണ്. അവർ നമ്മളെ എക്വയർ ചെയ്ത്. അപ്പോൾ അത് എക്വയർ ചെയ്തതെന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി ഇറ്റ് വാസ് എ വെരി ഗുഡ് ആക്വിസിഷൻ ഇതായിട്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ ടു ഗോ ത്രൂ ലോട്ട് ഓഫ് പേഴ്സണൽ അഫീൽ. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്പനി തുടങ്ങിയാൽ അത് നമുക്ക് പേഴ്സണലായിട്ട് ഒരുപാട് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിൽ നിന്ന് അങ്ങ് പോകുമ്പോൾ പറഞ്ഞാൽ കുറച്ച് ദിവസം ഉറക്കൊന്നും കിട്ടില്ല. ഓക്കെ. ആൻഡ് ഐ ഡോണ്ട് ഹാവ് ദറ്റ് ഫീലിംഗ് ഉണ്ടാവും. കാര്യം ഒന്ന് ചെയ്ത അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ രണ്ടാമത് ചെയ്യേണ്ടെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാവും. പക്ഷേ ദാറ്റ് വാസ് even though everything was good, but at the same time that emotional part of what you call that separation is a bit challenging. Okay. അപ്പം അതെല്ലാം കഴിഞ്ഞ് അപ്പം so this is a thing, you know, and another thing is that there are so many variables, you know, which is there. നമ്മൾ വിചാരിക്കാത്ത പല സംഭവം നമ്മൾ എൻകൗണ്ടർ ചെയ്യാൻ വരും. ഓക്കെ. അപ്പം
So these are the two scenarios, which I've gone through and what you call this one, an acquisition, scale up, and an IPO. Okay. Again, very inspiring story. അടുത്ത നമ്മൾ വേറൊരു തീമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഇതിൽ സജി സാറിനെയും റിയാസ് സാറിനെയും കൂടെ കൊണ്ടുവരാനുള്ള ഒരു ഇതാണ്. അതായത് പലപ്പോഴും കേരളത്തിൽ നിന്ന് ഇപ്പം നിങ്ങൾ മില്യൺസും ബില്യൺസിൻ്റെ ഒക്കെ എക്സിറ്റിനെ പറ്റി ഇവിടെ സംസാരിച്ചു. പക്ഷേ നമ്മുടെ ഇപ്പം ഒരു എൻവയറമെൻറ്റിൽ അത് നമുക്ക് പോസിബിൾ ആയിട്ടില്ല. അതായത് ഇപ്പം ഞാൻ എഡ്യൂപോർട്ട് എന്ന് പറയുന്ന ഒരു കമ്പനീൻ്റെ CEO ആണ്. നമ്മളിപ്പോൾ ഒരു 400 എംപ്ലോയീസ് ആയി. ഇനി അടുത്ത ലെവൽ ഓഫ് സ്കെയിലിംഗിലേക്ക് പോകണമെങ്കിൽ വി ഹാവ് ടു മൂവ് അവർ ഹെഡ് ക്വാർട്ടേഴ്സ് ടു ബാംഗ്ലൂർ ഓർ നോയിഡ. ഇതൊരു ചാലഞ്ചാണ്. അപ്പോൾ ഇതിൽ സജി സാർ ഇപ്പം സ്റ്റാർട്ടപ്പ് മിഷൻ്റെ CEO കൂടെ ആയിരുന്നു. അപ്പം വാട്ട് ഈസ് ദ സൊല്യൂഷൻ ദർ? നമുക്ക് അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റർ ഒരു കമ്മ്യൂണിറ്റി എന്തുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ ഇല്ല, അല്ലെങ്കിൽ നമുക്കതെങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും? എനിക്ക് തോന്നുന്നു അതിന് 2 സ്റ്റെപ്പ് ബാക്കിലോട്ട് മൂവ് ചെയ്തിട്ട് നമ്മൾ ഒരു വ്യവസായ സംരംഭം എന്ന് പറയുമ്പോൾ അതും സ്റ്റാർട്ടപ്പുമായിട്ട് എന്താണ് വ്യത്യാസമെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. നമുക്കറിയാവുന്ന പോലെ ഏത് വാല്യൂ ആഡിങ് എൻ്റർപ്രൈസിനെയും നമുക്കൊരു സംരംഭമായിട്ട് കരുതാൻ പറ്റും. അപ്പോൾ 4 തരത്തിൽ നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ഐ മിമിക് സംബഡി, അഡോപ്റ്റ്. അതായത് ഒരു ചെറിയ ഒരു ഷോപ്പ് തുടങ്ങുമ്പോൾ പോലും അതാണ് ചെയ്യുന്നത്. മറ്റൊരാൾ ഷോപ്പ് തുടങ്ങുന്നു, ഞാനും അടുത്തൊരു ഷോപ്പ് തുടങ്ങുന്നു. ഞാൻ എൻ്റെ ഷോപ്പ് കുറച്ചുകൂടി മോഡിഫൈ ചെയ്യുന്നതുകൊണ്ട് അതിൽ കൂടുതൽ ഇപ്പോൾ വിൽപ്പന ഉണ്ടാവും. ദാറ്റ് ഈസ് ദ കോമൺ വേ ഓഫ് ഡൂയിങ്. അത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്തുള്ള വലിയൊരു സംഘം MSMEകളും കൊമേഴ്ഷ്യൽ എൻ്റർപ്രൈസുകളെല്ലാം ചെയ്യുന്നതാണ്. ഒരുപക്ഷെ ഏകദേശം ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ 63 കോടിയോളം എൻ്റർപ്രൈസ് ഉണ്ട്. അതിൽ മുഖ്യഭാഗം ചെയ്യുന്നത് ഇതാണ്. ഇനി അടുത്തത്, അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഡാപ്റ്റ് എന്ന് പറയും. അതായത് നമ്മൾ വേറൊരാൾ ചെയ്യുന്ന പോലെ ചെയ്യുന്നു, പക്ഷെ അതിൽ കുറേയേറെ മോഡിഫിക്കേഷൻ വരുത്തുന്നു, വേറൊരു മാർക്കറ്റിനെ അഡ്രസ്സ് ചെയ്യുന്നു. പക്ഷേ ഈ രണ്ടിലും നമുക്ക് ഫെയിലുവർ പ്രോബബിലിറ്റി കുറവാണ്. പക്ഷേ സക്സസ് വന്നാലും നമുക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. പക്ഷെ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ പൈസ കിട്ടും എന്നുള്ളത് ഓൾമോസ്റ്റ് തീർച്ചയാണ്. എക്സാമ്പിളും കൂടെ ഓക്കെ, അതായത് നമ്മളൊരു പ്രോഡക്റ്റ് എടുക്കുന്നു, ആ പ്രോഡക്റ്റിൽ ചെറിയ ഫ്രിൽസ് ആഡ് ചെയ്തിട്ട് വേറൊരു രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നു. അത് ഒരു അഡാപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ മാർക്കറ്റ് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന പരിചിതമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് വിൽക്കാൻ വലിയ വിഷമം ഉണ്ടാവില്ല. പക്ഷേ ഒരുപാട് പേര് ആ മാർക്കറ്റ് പ്ലേ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. മാത്രമല്ല ഇവിടെ നമുക്ക് ഈ രണ്ടിലും കൂടുതലും നമുക്ക് കിട്ടുന്നത് ബാങ്കിൽ നിന്നുള്ള ലോണുകളും അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളുമായിരിക്കും. നമ്മുടെ MSME എന്ന് പറയുന്ന സെക്ടറിൽ ഒരു വലിയ ശതമാനം ഇങ്ങനെയാണ്. ഇതിൻ്റെ മൂന്നാമത്തെ ഘടകമാണ് ഇന്നവേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ 2 പേരും ചെയ്തത് അതാണ്. ഇന്നവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഒരു പ്രക്രിയയ്ക്ക് പകരം നൂതനമായ ഒരു ആശയം കൊണ്ടുവന്ന് അതിന് സോൾവ് ചെയ്യുന്നു. അത് ഇപ്പോൾ ശ്രീ ശിലൻ പറഞ്ഞതുപോലെ മീഡിയ എന്ന് പറയുന്ന ഒരു ഗ്രോ ചെയ്യുന്നൊരു സമയത്ത് ഒരു മീഡിയ അനലിറ്റിക്സ് കമ്പനി എന്ന് പറയുന്നത് നൂതനമായ ഒരു ആശയമാണ്. ഒരുപക്ഷെ ഇന്നവേഷൻ ചില സമയത്ത് ഇൻവെൻഷൻ്റെ പാർട്ടായിരിക്കും. ബാലഗോപാൽ സാർ ചെയ്തത് അതാണ്. അതായത് ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്ന ഒരു ഇൻവെൻഷന്, അതൊരു ഇൻവെൻഷൻസ് പലപ്പോഴും വളരെ ഏർലി സ്റ്റേജിലായിരിക്കും. അതിനെ കൊമേഴ്ഷ്യൽ ആക്കണമെന്നുണ്ടെങ്കിൽ അതിന് കുറേ ചേഞ്ചുകൾ വരുത്തേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ഈ രണ്ടിലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് പുതിയ മാർക്കറ്റിനെ ക്രിയേറ്റ് ചെയ്യണം, വലിയൊരു മാർക്കറ്റിനെ ക്രിയേറ്റ് ചെയ്യണം സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ. പക്ഷേ അതിന് സക്സസ്ഫുൾ ആവാനുള്ളൊരു ചാൻസ് മറ്റൊന്നും വീഴ്ച നോക്കിയാൽ കുറവായിരിക്കും. കാരണം മറ്റു രണ്ടും ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രൊഡക്റ്റാണ്, എളുപ്പത്തിൽ ഇറക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. ഇപ്പോൾ ഊബർ വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ടാക്സിക്കാരെല്ലാവരും കൂടി ഒരു പ്ലാറ്റ്ഫോമിൽ വരുമോ എന്ന് നമുക്കറിയില്ല. വന്നു കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആവുമെന്നും അറിയില്ല. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അത് വളരെ പെട്ടെന്ന് സക്സസ്ഫുൾ ആയി. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ സാധാരണ സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്നത്. അതായത് വിച്ച് ആക്ച്വലി ലുക്സ് അറ്റ് ഇന്നോവേഷൻ, വിച്ച് ആക്ച്വലി സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ അതിന് വളരെ വലിയൊരു ഗ്രോത്ത് ഉണ്ടാവും. സക്സസ്ഫുൾ ആവാനുള്ള സാധ്യത മറ്റതുമായിട്ട് കമ്പയർ ചെയ്യാൻ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഐഡിയയുമായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ സാധാരണത്തെ കൺവെൻഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സും കൺവെൻഷണൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതിനെ സപ്പോർട്ട് ചെയ്യില്ല. കാര്യം അവർ നോക്കുന്നത് ഇതുപോലെ വേറൊരാൾ ചെയ്തിട്ടുണ്ടോ എന്നായിരിക്കും ആദ്യം ചോദിക്കുന്നത്. ഇന്നോവേഷൻ്റെ ഇൻവെൻഷൻ്റെയും കാതലായ ഭാഗം എന്ന് പറഞ്ഞാൽ വേറൊരാൾ ചെയ്യാത്തത് ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നേരത്തെ അശോക് പറഞ്ഞ പോലെ അത് പല തലത്തിലാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ തലത്തിൽ സർക്കാരാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതിനെയാണ് ഗ്രാൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത്. പുതിയ ആശയങ്ങളെ എപ്പോഴും ഒന്നുകിൽ സ്വന്തമായിട്ടുള്ള ഫ്രണ്ട്സ്, ഫാമിലി, ഫെയ്ത്ത് ക്യാപിറ്റൽ എന്ന് പറയുന്നതാവാം, അത് സ്വന്തമായിട്ട് കൊണ്ടുവരുന്നതാവാം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഗ്രാൻറ്റുകളാവാം. കേരളത്തിലാണെങ്കിൽ സർക്കാർ 2 ലക്ഷം രൂപ മുതൽ 30 ലക്ഷം രൂപ വരെയുള്ള സർക്കാർ ഗ്രാൻറ്റുകളുണ്ട്. അതുകൂടാതെ സോഷ്യലി റിലവൻ്റ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ CSR ഫണ്ടുകൾ കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഏഞ്ചൽ ഫണ്ടുകൾ എന്ന് പറയുന്നവയാണ്. അതായത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ
ഇത് ഫെയിലായാലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ കുറേ എണ്ണത്തിൽ ഇടുകയാണ്, ഏതെങ്കിലും 1-2 സക്സസ്ഫുൾ ആയാൽ തന്നെ അതിൻ്റെ റിട്ടേൺ കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഒരു 10-100 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഒരു കമ്പനി വളരെ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ വളരെ ഹയർ റിട്ടേൺ കിട്ടുന്നതുകൊണ്ട് അതിൻ്റെ ലാഭം മറ്റുള്ളതിനെ നെഗേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിടുന്നതാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അത് നേരത്തെ അവർക്ക് അറിയില്ല ഏത് കമ്പനിയാണ് സക്സസ്ഫുൾ ആവുന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ വളരെ വലിയൊരു മാർക്കറ്റ് കാണിച്ചാൽ മാത്രമേ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അതിൻ്റെ അടുത്ത സ്റ്റേജിലാണ് നമ്മൾ പറയുന്ന VCs വരുന്നത്. VCs വരുമ്പോഴേക്കും ഇതൊരു ട്രാക്ഷൻ ആയിട്ടുണ്ട്, അവിടെ സ്കെയിലപ്പിനുള്ള പൈസ ആവശ്യമുണ്ട്. ഇതാണ് ക്ലാസിക്കൽ സ്റ്റാർട്ടപ്പ് മോഡൽ എന്ന് പറയുന്നത്. ഈ 3ാമത്തെ സ്റ്റേജിൽ VCs തന്നെ വേണമെന്നില്ല. ബാലഗോപാൽ സാർ ചെയ്തതുപോലെ അതൊരു അക്വിസിഷനോ അല്ലെങ്കിൽ മെർജറോ ആവാം, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫേം വന്നിട്ട് ഉള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആവാം, അല്ലെങ്കിൽ ശിലൻ ചെയ്തതുപോലെ മാർക്കറ്റിലേക്ക് പോകാം. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഓപ്ഷൻസ് ആണ്. പക്ഷെ ഇനി നമ്മുടെ സ്പെസിഫിക് ടു യുവർ ക്വസ്റ്റ്യൻ, നമ്മുടെ സ്കെയിലപ്പിൽ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള, നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് സാധാരണഗതിയിൽ ഒരുപക്ഷെ നമ്മളിന്ന് കാണുന്ന VCകളെക്കാളും എല്ലാം റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഈ കൂട്ടത്തിൽ തന്നെ ഇരിക്കുന്നതാണോ. പെരിന്തൽമണ്ണ പോലെയോ മഞ്ചേരി പോലെയോ മലപ്പുറം പോലെയോ ഉള്ള സ്ഥലങ്ങളിലുള്ളവർക്ക് ഒരുപാട് വെൽത്തുണ്ട്. ഇതേപോലെയുള്ള വെൽത്തുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇപ്പോൾ ജോർഹട്ട് എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വെൽത്തിയുള്ള ആൾക്കാരിലാണ്. തൃശ്ശൂർ, കോട്ടയം, ഇവിടെ എല്ലാം ഉണ്ട്. പക്ഷെ ഇവരുടെ എല്ലാവരും അവർ സംരംഭം എന്ന് കാണുന്നത് ആദ്യത്തെ 2 സംരംഭങ്ങളാണ്. അതായത് അഡാപ്റ്റ് ഓർ അഡോപ്റ്റ് ആണ് കാണുന്നത്. കാര്യം റിസ്ക് കുറവായിട്ടുള്ള എന്ന റിട്ടേൺ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സ്റ്റാർട്ടപ്പുകൾ പലരും ചെയ്യുന്നത് പലതും ഒരു വളരെ റിസ്കി ആയിട്ടുള്ള വെഞ്ചേഴ്സേ അല്ല, ഒരു മീഡിയം റിസ്ക് ആയിട്ടുള്ള വെഞ്ചേഴ്സാണ് ചെയ്യുന്നത്. അത് പലപ്പോഴും ആൾക്കാർക്ക് മനസ്സിലാവാറില്ല. അപ്പോൾ അവർ ആദ്യത്തെ 2 ഘടകത്തിലെയും റിട്ടേൺ എന്ന് പറയുന്നത് അതിൻ്റെ പ്രോഫിറ്റിൻ്റെ മാത്രമാണ്. പക്ഷെ പ്രോഫിറ്റ് റിട്ടേൺസേ അല്ല ഒരാൾക്ക് ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്ന റിട്ടേൺ കിട്ടുന്നത്. ഇപ്പോൾ ബാലഗോപാൽ സാർ നേരത്തെ സ്വെറ്റ് ഇക്വിറ്റിയുടെ കാര്യം പറഞ്ഞു. അദ്ദേഹം ഇട്ടതിന്റെ റിട്ടേൺ അദ്ദേഹത്തിന് കിട്ടിയ ശമ്പളമല്ല, മറിച്ച് അത് മറ്റൊരാൾക്ക് വിൽക്കുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റബിൾ ഉണ്ടല്ലോ, ആ പ്രോഫിറ്റാണ് നമുക്ക് വലിയ രീതിയിൽ കിട്ടുന്ന സാധ്യതയുള്ളത്. അത് ഒരു ലാർജർ VCs, ഇന്ന് നമ്മൾ കാണുന്ന VCകൾ 100 ടൈംസും 50 ടൈംസും ഒക്കെ എക്സ്പെക്ട് ചെയ്യും. കാരണം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഹൈലി റിസ്കി വെഞ്ചേഴ്സിലാണ്. അതേസമയം കേരളത്തിലെ കമ്പനികൾ അത്ര റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷന്റെ പഠനം അനുസരിച്ച് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് 10 സ്റ്റാർട്ടപ്സ് കേരളത്തിൽ 7 to 8 സ്റ്റാർട്ടപ്പ് സക്സീഡ്സ്. നാഷണൽ ആവറേജ് ഈസ് അറൗണ്ട് 1 or 2. പക്ഷെ നമ്മുടെ അങ്ങനെയല്ല, 7 മുതൽ 8 വരെ സ്റ്റാർട്ടപ്പുകൾ സക്സീഡ് ചെയ്യും. പക്ഷെ അവർക്ക് അടുത്ത സ്കെയിലിൽ പോകണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഹൈ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട്. ഈ ഇൻവെസ്റ്റ്മെന്റ് കൺവെൻഷണൽ VCs കൊടുക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന ഹ്യൂജ് ഗ്രോത്ത് സ്റ്റാർട്ടപ്പുകളാണ്. ഇവിടെയാണ് നമ്മളൊരു ഓൾട്ടർനേറ്റ് മോഡൽ കൊണ്ടുവരേണ്ട ആവശ്യമുള്ളത്. ഒരുപക്ഷെ ഇന്ന് ഇവിടെ സ്കെയിലപ്പ് എന്നുള്ള രീതിയിൽ പെരിന്തൽമണ്ണ പോലെയുള്ള സ്ഥലത്ത് ചെയ്യുന്ന കാര്യം അതാണ്. ഇവിടെയുള്ള ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റബിൾ മീഡിയം റിസ്ക് ഇൻവെസ്റ്റ്മെന്റ് ആണെന്നും അത് ഒരു തലത്തിൽ ഒരു ലെവലിൽ എത്തുന്ന സ്റ്റാർട്ടപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വാട്ട് യു സെഡ്, എഡ്യൂപോർട്ട് ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞു, ഇനി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് റിസ്ക് വളരെ കുറവാണ്. പക്ഷേ അങ്ങനെ ഇടുന്ന ഒരാൾ ആലോചിക്കേണ്ട കാര്യം, അയാൾക്ക് കിട്ടുന്ന റിട്ടേൺ എഡ്യൂപോർട്ടിന്റെ ലാഭത്തിന്റെ വിഹിതമല്ല, മറിച്ച് എഡ്യൂപോർട്ടിൽ ഇനി വരുന്ന ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ എത്ര വാല്യൂ കിട്ടുമോ അവിടെയാണ് റിട്ടേൺ കിട്ടേണ്ടത്. ഇത് പലപ്പോഴും നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് മനസ്സിലായിട്ടില്ല. കാര്യം അവർ ചെയ്തിട്ടുള്ള ബിസിനസ്സിലെല്ലാം അവർക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് അവരുടെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം മാത്രമാണ്. ആ ബിസിനസ്സിനെ വിറ്റുകൊണ്ടുള്ള അല്ലെങ്കിൽ ബിസിനസ്സിന്റെ ഓണർഷിപ്പ് ഡൈല്യൂട്ട് ചെയ്തുള്ള ലാഭം പലപ്പോഴും നമ്മുടെ ഹൈ നെറ്റ്വർത്ത് ഗ്രൂപ്പിന്, എല്ലാവർക്കും അല്ല, കുറേയേറെ പേർക്ക് അത് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ പോയിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു എഡ്യൂക്കേഷനും ആ ഒരു മോഡലുമാണ് ശരിക്കും ഇതിന്റെ സൊല്യൂഷൻ. കാരണം നമുക്കറിയാവുന്ന പോലെ ഇന്ന് നമ്മൾ കാണുന്ന വളരെ $1 billion വാല്യുവേഷൻ യൂണിക്കോൺ എന്നൊക്കെ പറഞ്ഞ് 113 യൂണിക്കോൺസ് ഉണ്ട്. എത്ര യൂണിക്കോണുകൾ പ്രോഫിറ്റബിൾ ആണ്? എത്ര യൂണിക്കോണുകൾ ആക്ച്വലി പൈസ ഉണ്ടാക്കുന്നുണ്ട്? ദേ ആർ ഓൺലി ബേണിംഗ് മണി. കുറച്ചു കാലം കഴിയുമ്പോൾ അത് വേറൊന്ന് പിവറ്റ് ചെയ്ത് പോകുക എന്നുള്ള മാത്രമാണ്. പലപ്പോഴും പറയാറുള്ളത് ഒരു ഇൻവെസ്റ്റർ ആലോചിക്കുന്ന വേറൊരു ഇൻവെസ്റ്ററിന് വിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഐ ഓൾവേസ് ലുക്ക് അറ്റ് ക്യാൻ ഐ സെൽ ടു അനദർ പേഴ്സൺ സോർട്ട് ഓഫ് എ തിങ്. ആ ഒരു മോഡൽ കൊണ്ട് നമുക്ക് ഒരിക്കലും സസ്റ്റൈനബിൾ എന്റർപ്രൈസ് ഉണ്ടാക്കാൻ പറ്റില്ല. ചെന്നൈയെ കുറിച്ച് പറയാറുണ്ട്. അതായത് അവിടെ $1 billion ഉള്ള കമ്പനികൾ, 1 billion സെയിലുള്ള കമ്പനികൾ വളരെ കുറച്ച് ഇൻവെസ്റ്റ്മെന്റേ വാങ്ങിച്ചുള്ളൂ. കാര്യം അവർ സ്ട്രോങ്ലി പോസിറ്റീവ് പ്രോഫിറ്റബിലിറ്റി ഉള്ളതാണ്. ആ മോഡലായിരിക്കണം ഒരുപക്ഷെ കേരളം അഡോപ്റ്റ് ചെയ്യേണ്ടത്. അവിടെ നമ്മുടെ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാനും കഴിയും.
സജി സാർ എപ്പോഴും പുതിയ മോഡൽസ് കൊണ്ടുവരുന്ന ഒരാളാണ്. ഇപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലും പ്രോജക്ട്സ് കൊണ്ടുവന്ന് റൺ ചെയ്യുന്ന. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് സ്കെയിലപ്പിൻ്റെ CEO ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഒരു സാധനം എടുത്തിട്ട് നമുക്ക് പെരിന്തൽമണ്ണ മലപ്പുറത്തിൽ നിന്ന് എങ്ങനെ ഒരു നല്ലൊരു VC നെറ്റ്വർക്ക് ഉണ്ടാക്കാം എന്നുള്ളൊരിത്, അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് ഞാൻ റിയാസ് സാറിനോട്, റിയാസ് സാർ സ്റ്റാർട്ടപ്പിലെ ഫണ്ടിങ്ങിൻ്റെ മാനേജറായിരുന്നു ഇതിനു മുമ്പ്. അപ്പം എന്താണ് ഈ HNIസിനെ കൺവിൻസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ജനറൽ ചാലഞ്ചസ്? ഇപ്പം നേരത്തെ ബാലഗോപാൽ സാർ ഒരു ഡിസ്കഷനിൽ പറഞ്ഞു BMWs അല്ലെങ്കിൽ ലക്ഷറി കാസൊക്കെ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. അപ്പം വെൽത്ത് ഇവിടെ ഉണ്ട്, പക്ഷേ ഈ ഒരു പോർട്ട്ഫോളിയോയിലേക്ക് ആൾക്കാരെ കൺവിൻസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ 1-2 ചാലഞ്ചസ് എന്താണ് നമുക്ക്? ഈ ഇപ്പം നേരത്തെ സജി സാറ് പറഞ്ഞത് വെച്ച് തുടങ്ങാം. ഈ ഒരു HNI കമ്മ്യൂണിറ്റി കേരളത്തിൽ ഏകദേശം 1.5 ലക്ഷത്തിലധികം കോടി രൂപ എക്സ്പാട്രിയേറ്റ് കമ്മ്യൂണിറ്റി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ദാറ്റ് ഈസ് വൺ എലമെൻറ്റ്. ഇതിൽ തന്നെ വലിയൊരു വിഭാഗം ഈ മലബാർ റീജിയൻ എന്നുള്ളതാണ്. നാഗരാജ് പ്രകാശ് എന്ന് പറയുന്ന ഒരു ലോക്കൽ ഏഞ്ചൽ നെറ്റ്വർക്കിലൊക്കെ ചെയ്യുന്നവർക്കും കേരളത്തിലെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവരെയും അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹം നോർത്ത് ഇന്ത്യയിലൂടെ പോകുമ്പോൾ സാധാരണഗതിയിൽ കാണാത്ത പലയിടത്തും ഓഡിയുടെയും മറ്റതിൻ്റെയൊക്കെ ഷോറൂം കാണും. സോ ഹിസ് ഒബ്സർവേഷൻ ഓഡി അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഒരു പണമുള്ള ഒരാളുണ്ട്. ആൻഡ് ഹീ സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് ക്രിയേറ്റിംഗ് ഈ HNIയുടെ കമ്മ്യൂണിറ്റി ഉണ്ടാക്കി കൊണ്ടുവരാൻ നോക്കി. ദിസ് ഇസ് ഹീ ഡിഡ് എക്സ്പീരിയൻസ് ആൻഡ് ഹീ ക്രിയേറ്റഡ് നേറ്റീവ് ഏഞ്ചൽ നെറ്റ്വർക്ക്. ആൻഡ് ഷീലൻ ഓൾറെഡി took an active lead and doing an experiment. സ്റ്റാർട്ടപ്പ് മിഷനിൽ ഇരിക്കുന്ന സമയത്ത് സജി സാർസ് ഗൈഡൻസ് വി വർ ട്രൈയിങ് ടു ടാപ്പ് ദിസ് കമ്മ്യൂണിറ്റി, HNI കമ്മ്യൂണിറ്റി, സംതിങ് സിമിലർ ടു സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റർ. വി ഇനീഷ്യേറ്റഡ് കോൺസെപ്റ്റ് കോൾഡ് ഏഞ്ചൽ ഇൻക്യുബേറ്റർ. എങ്ങനെയാണ് ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വലിനെ ഒരു ഇൻവെസ്റ്റർ ആക്കി കൊണ്ടുവരിക എന്നുള്ള രീതിയിലേക്കല്ലേ. ഇതിനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ബാലഗോപാൽ സാറായാലും സജി സാറായാലും സൂചിപ്പിച്ച കാര്യമുണ്ട്. കേരളത്തിൽ ഒരുപാട് പണമുള്ള ആളുകളുണ്ട്, ഒരുപാട് ഓൺട്രപ്രണേഴ്സ് ഉണ്ട്. പക്ഷേ സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വന്ന ആളുകളുടെ എണ്ണം വളരെ വളരെ കുറവാണ്. ഇതിലെ ഒരു ചലഞ്ച് ഇവർക്ക് സ്റ്റാർട്ടപ്പ് സംഗതി ഇവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ നടക്കുന്നത് റിയൽ എസ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ സ്വർണത്തിലേക്ക്. ഇതാണ് ഇതിലെ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത്. ഇപ്പം ഞാൻ ഈ ഗ്രൂപ്പിൽ മലപ്പുറത്തുകാരനായ ആൾ ഞാനെന്ന നിലയിൽ എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയും. പെരിന്തൽമണ്ണയിലായാലും മഞ്ചേരിയിലാണെങ്കിലും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത് ഈ റിയൽ എസ്റ്റേറ്റ് സ്വർണ്ണക്കടകളിലാണ്. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എളുപ്പം മനസ്സിലാവുന്ന കാര്യമാണ്. എന്നാൽ സ്റ്റാർട്ടപ്പിൽ നമ്മുടെ സ്റ്റാർട്ടപ്പ് ആശയമായിട്ടൊക്കെ വരുമ്പോൾ ഇത് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തലയാട്ടുക എന്നതിനപ്പുറത്തേക്ക് അതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള ഒരു കോൺഷ്യസ് ഡിസിഷൻ എടുക്കില്ല. ഈ മനസ്സിലാക്കുന്ന പ്രക്രിയയുണ്ടല്ലോ, ഈ എഡ്യൂക്കേഷൻ പ്രോസസ്സ് ഉണ്ടല്ലോ, അതാണ് ഇതിലെ ഏറ്റവും വലിയ ചലഞ്ചിങ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അത് എങ്ങനെ ചെയ്യുക? ഇവരെ ഇപ്പോൾ നേരത്തെ ഇന്നിവിടെ കുറച്ച് മുൻപൊക്കെ ഉണ്ടായിരുന്ന ഇൻവെസ്റ്റേഴ്സ് ഇതിൽ പലരും ഉണ്ട് ഇരിക്കുന്നത്, പല ഓൺട്രപ്രണേഴ്സും ഉണ്ട്. ഇവരൊക്കെ ഒരു 3 മണിക്കൂറിനകത്ത് ഒരു സ്ഥലത്തിരുത്തി ക്ലാസ് എടുത്ത് പഠിപ്പിക്കാൻ നോക്കിയാൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് വിൽ എവർ വർക്ക്. പക്ഷെ അതേസമയം നല്ല പണം ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിൻ്റെ കൂടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എളുപ്പം മനസ്സിലാവും, ഇവിടെ ഇട്ട പണം മനസ്സിലാവും, ഇവിടെ ചെയ്യേണ്ടത്. സോ വാട്ട് വി നീഡ് ടു ഡു, ദിസ് ഇസ് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. അങ്ങനെയുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിങ്ങോ പിന്നെ ഒരു ഡിന്നർ മീറ്റിങ്ങോ ഒക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവർ പഠിച്ചുകൊള്ളും. ഇപ്പോൾ നേരത്തെ ഇവിടെ ഒരാൾ നേരത്തെ പറഞ്ഞ സക്സസ്ഫുള്ളായ ഒരു ഓൺട്രപ്രണർ പറയും 4ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഹി ഹാസ് ബിൽഡ് എ നെറ്റ്വർക്ക് ഓഫ് ട്രേഡിങ് ഷോറൂംസ്. അദ്ദേഹത്തിന് എളുപ്പം മനസ്സിലാവും 10 രൂപ ഇട്ടാൽ എവിടെ പോവും, എന്ത് എനിക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രോഡക്റ്റിനെ ഇന്നോവേറ്റ് ചെയ്ത് സ്കെയിലപ്പ് ചെയ്യുന്ന സൊല്യൂഷൻസ് ചിലപ്പോൾ സ്റ്റാർട്ടപ്പുകൾക്ക് കൊണ്ടുവരുമായിരിക്കും. അപ്പോൾ ദാറ്റ് ഇസ് എ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റ്. അങ്ങനെ പഠിക്കുമ്പോൾ ഒരു വിശ്വാസം വരും. ആൻഡ് എസ്പെഷ്യലി മലബാറിൽ വിശ്വാസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ആളുകളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവരെന്തും ചെയ്യും. സോ ആ ഒരു 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 എനിക്കറിയില്ല അത് എങ്ങനെ പറയുകയെന്ന്, പക്ഷെ അത് ബിൽഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും. ആ എഡ്യൂക്കേഷൻ പ്രോസസ്സ് ഒരു സ്ട്രക്ചേർഡ് IA മോഡലോ പിന്നെ IIT മോഡലോ ഒന്നും നടത്തിയാൽ അത് നടക്കുന്ന എനിക്ക് വിശ്വാസമില്ല. അതേസമയം സക്സസ്ഫുൾ സ്റ്റാർട്ടപ്പ് ഓൺട്രപ്രണേഴ്സ്, ഇപ്പം ഇവിടെ അനീഷ് വന്ന് പറയുന്നു, അനീഷിൻ്റെ കഥ പറഞ്ഞു, അനീഷിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കട്ടെ. അനീഷ് ആസ് എ ക്ലാസിക് എക്സാമ്പിൾ.
അനീഷിനെ പോലെ കുറേ പേര് ഈ തൊട്ടടുത്തൊക്കെ ഉണ്ട്, പല രീതിയിലും. ചിലപ്പോൾ അവർ സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കുന്നുണ്ടായിരിക്കില്ല. ഹി മൈറ്റ് ബി ഡൂയിങ് എ ബ്രില്യൻ ജോബ് ഇൻ ദ മിഡിൽ ഈസ്റ്റ്. സോ അവർ വന്നിരുന്ന് സംസാരിക്കുക, ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് ദാറ്റ് ഇക്കോസ് സിസ്റ്റം വിൽ എമർജ്. ആൻഡ് ക്ലിയർലി ലെറ്റ് മീ മേക്ക് ഇറ്റ് വൺ പോയിന്റ്. ബാലഗോപാൽ സാറും ശിരനും പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഭാഗ്യം എന്ന് പറഞ്ഞു കണ്ട ഒരു സാധനമുണ്ട്. ലെക്ക് എന്ന് കുറേ പറഞ്ഞു. ലെക്ക് ഈസ് വെയർ ഓപ്പർച്യൂണിറ്റി മീറ്റ്സ് വിത്ത് പ്രിപ്പയർഡ്നെസ്. നമ്മൾ നന്നായി തയ്യാറായിരിക്കുന്നത് എപ്പോഴെങ്കിലും ആയിരിക്കും ആ ഭാഗ്യം വരുന്നത്, ആ സമയത്ത് അടിക്കുക എന്നുള്ളതാണ് ഇതൊക്കെ. സോ ദാറ്റ് ഈസ് വാട്ട് പെരിന്തൽമണ്ണ നീഡ് ടു ഡു ഇറ്റ്. എനിക്ക് തോന്നുന്നു ഇതിനുള്ളൊരു ഫസ്റ്റ് ഇനീഷ്യേറ്റീവാണ് നജീബ് സാർ ഈ ഒരു സ്കെയിലപ്പ് എന്ന് പറഞ്ഞ ഒരു ഇവൻറ്റിൽ ഒരുപാട് സ്റ്റാർട്ടപ്സും അക്കാഡമീഷ്യൻസും ഇത് ചെയ്തിട്ടുള്ള ആൾക്കാരെയും ഒന്നിച്ച് കൊണ്ടുവന്നിട്ട്, അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഒരുപാട് എന്താ പറയുക HNI നെറ്റ്വർക്കും ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇവിടെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ലാസ്റ്റ് ഒരു തീമിലും കൂടെ പോയിട്ട് നമുക്ക് ഓഡിയൻസിൻ്റെ ക്വസ്റ്റ്യൻ എടുക്കാം. ഇപ്പം സജി സാറ് പറഞ്ഞൊരു തീം, അതായത് ഇവിടെയുള്ള ഓഡിയൻസിൽ പല ആൾക്കാരും വിചാരിക്കുന്നത് നമ്മളായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കണം, നമ്മളായിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കണം. അപ്പം ബാലഗോപാൽ സാറിൻ്റെ ഒരു സ്റ്റോറിയിൽ നിന്ന് ടെക്നോളജി വേറൊരു സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് അത് കമേഴ്ഷ്യലൈസ് ആണ് ചെയ്തത്. അപ്പം ആ ഒരു തീമിൽ സാറിനൊന്ന് എംഫസൈസ് ചെയ്ത് ഡീപ്പ് ഡൈവ് ചെയ്യാൻ പറ്റുമോ? പല ആൾക്കാരെയും ഒരു മിസ്കൺസെപ്ഷനാണ്, ഞാനായിട്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി ഭയങ്കര ഇന്നോവേറ്റീവ് സാധനം വന്നാലേ എനിക്കൊരു ഓൺടർപ്രൂണർ ആവാൻ പറ്റുള്ളൂ എന്നുള്ളത്. ആക്ച്വലി ഇപ്പം ഇതൊരു വലിയൊരു അവസരമാണെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ നാഷണൽ ലബോറട്ടറീസിലും R&D സെൻറ്റേഴ്സിലുമൊക്കെ നടക്കുന്ന ജോലി, അതിൽ നിന്നുണ്ടാവുന്ന കണ്ടുപിടുത്തങ്ങൾ, അതിൽ നിന്ന് പുറത്തു വരുന്ന സാങ്കേതിക വിദ്യകളെ പറ്റിയൊക്കെ നമുക്ക് അറിവില്ല. ബിക്കോസ് അവിടെ ഒരു വലിയൊരു ഒരു വീഴ്ചയുണ്ട്. അവരുടെ ഫെയിലിയറാണ്, ലാബ്സിൻ്റെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. പക്ഷേ അതിനുള്ളൊരു മെക്കാനിസമും ഇല്ലായിരുന്നു, ഒരു പ്ലാറ്റ്ഫോമും ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ എന്താ നടക്കുന്നതെന്ന് നമുക്കറിയില്ല. പിന്നെ പൊതുവേ ഉള്ള ഒരു ധാരണ, ഇന്ത്യൻ ലാബ്സിൽ വികസിപ്പിച്ചെടുക്കുന്ന ടെക്നോളജി അത്ര ഇഫക്റ്റീവ് ടെക്നോളജി ഒന്നും അല്ല. നമ്മൾ ഒരു യൂസ്ഫുൾ ടെക്നോളജി അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നോളജി വേണമെങ്കിൽ ഇറക്കുമതി ചെയ്യേണ്ടി വരും. യു ഹാവ് ടു ഗോ ആൻഡ് ഗെറ്റ് ഇറ്റ് ഫ്രം ഔട്ട്സൈഡ്. അതും തെറ്റാണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് ദാറ്റ് നമ്മുടെ നാഷണൽ ലാബ്സിൽ നടക്കുന്ന റിസർച്ചും അതിൽ നിന്നുണ്ടാകുന്ന ഔട്ട്പുട്ട്, റിസർച്ച് ഔട്ട്പുട്ട്, വെതർ എല്ലാം പേറ്റൻ്റ് ആയിട്ടോ ഒന്നും എൻഡ് ചെയ്യത്തില്ലായിരിക്കും, ഐ പി ആയിട്ട് എൻഡ് ചെയ്യത്തില്ലായിരിക്കും, ചിലപ്പോൾ പബ്ലിഷ് പേപ്പറായിട്ട് മാത്രം കിടക്കുമായിരിക്കും. പക്ഷേ ഇത് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ടെക്നിക്കൽ ഒരു വാസനയുള്ള ചെറുപ്പക്കാരികളാരും നിങ്ങൾ ചെയ്യേണ്ടത് ഈ നാഷണൽ ലാബ്സിൽ ഒരു വിസിറ്റിന് പോവുക. ഗോ ഫോർ എ വിസിറ്റ് ടു ദി നാഷണൽ ലാബ്സിൽ ഒരു ഗ്രൂപ്പായിട്ട് പോയിട്ട്, ആൻഡ് നാഷണൽ ലാബ്സ് നിങ്ങൾ വെൽക്കം ചെയ്യും, സ്വാഗതം ചെയ്യും അവിടെ കാണുമ്പോൾ. അപ്പോൾ അവിടെ ചെന്നിട്ട് ജസ്റ്റ് വാക്ക് അറൗണ്ട് ദി ലാബ്സ് ആൻഡ് യു വിൽ ബി സർപ്രൈസ്ഡ് അറ്റ് ദി നമ്പർ ഓഫ് തിങ്സ് വിച്ച് ആർ ഹാപ്പനിങ് ദർ. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അതൊന്ന്. രണ്ടാമത്തത്, ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരെന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് മീൻ ജസ്റ്റ് യങ് സ്റ്റുഡൻസ് ആൻഡ് യങ്സ്റ്റേഴ്സ്. ഇവിടെ വ്യവസായം നടത്തുന്നവർ തന്നെ, ഒരു ചെറിയ മാനുഫാക്ചറിങ് വ്യവസായം നടത്തുന്ന ഒരാൾ ഈ മാതിരി ഇഫ് ഈ സെൻസ് അതിൽ കുറച്ച് ഫാക്ടറിയിൽ നിന്ന് 2-3 ടെക്നിക്കൽ ആൾക്കാരെ ഈ ലാബ്സൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് വിട്ടാൽ, ആൻഡ് അതുപോലെ ലാബ്സിൽ നിന്നുള്ള ആൾക്കാർ ഈ ഫാക്ടറീസ് വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ചില അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ ചെയ്യുവാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ ഇൻട്രാക്ഷനിൽ നിന്ന് തന്നെ വളരെ നല്ല റിസൾട്ട്സ് വിൽ സ്റ്റാർട്ട് ടു ഫ്ലോ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ. എൻ്റെ കമ്പനി സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പല കാര്യങ്ങളും, ചെറിയൊരു ഐഡിയ ആയിട്ടുള്ള കാര്യം ഞങ്ങൾ ഈ റിസർച്ച് ലാബിൽ ആ മാതിരി റിസർച്ച് വർക്ക് നടക്കുന്ന ലാബിൽ ചെന്ന് ഞങ്ങൾ പറയും ഞങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ അവർ പറയും മിസ്റ്റർ ബാലഗോപാൽ വരുമെന്ന് പറഞ്ഞിട്ട് അവർ ഉടനെ അടുത്ത ലാബിലേക്ക് കൊണ്ടുപോയി കാണിച്ചു തരും. അവരതേ പണിയായിരിക്കും അവിടെ ചെയ്യുന്നത്. അപ്പം ഈ അനന്തമായിട്ടുള്ള പോസിബിലിറ്റീസ് അവിടെ കിടപ്പുണ്ട്. നമ്മളത് അറിയുന്നില്ല. നമ്മളെ അറിയിക്കാനായിട്ട് ആരുടെയും ജോലിയൊന്നുമില്ല. നമുക്ക് ആന്ത്രപ്രനറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നാൽ
എന്താണ്, എവിടെങ്കിലും ഒരു അവസരം ഉണ്ടെന്ന് മണത്തറിഞ്ഞാൽ അവിടെ ചെന്ന് വാതിൽ അടച്ച് കിടക്കുകയാണെങ്കിൽ അത് ഇടിച്ച് തുറന്ന് അകത്ത് കയറുന്ന ആളാണ് ആന്ത്രപ്രണർ. അല്ലാതെ ക്ഷണക്കത്തിന് വേണ്ടി താലപ്പൊലിയുമായിട്ടൊന്നും ആരും കാത്തിരിപ്പില്ല. നമ്മളവിടെ ചെന്ന് അന്വേഷിക്കുകയാണെങ്കിൽ ദർ ഇസ് ട്രമൻഡസ് പോസിബിലിറ്റി. ഈ ലാബ്സിലും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിലും വികസിപ്പിച്ചെടുത്ത കമേർഷ്യൽ പോസിബിലിറ്റി ഉള്ള ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഇറ്റ് ഇസ് അപ് ടു അസ് ടു ഗോ ആൻഡ് ഫൈൻഡ് ഇറ്റ്. ഇതൊന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സജി സാറിൻ്റെ ഫ്രണ്ട് നിർമാല്യകുമാർ എന്ന് പറഞ്ഞിട്ട് സിംഗപ്പൂരിലുള്ള ഒരു പ്രൊഫസറാണ്. മൂപ്പർ ഇതിനെപ്പറ്റി ഹിഡൻ ഇന്നോവേഷൻ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേറ്റവും ആൾക്കാരേറ്റവും ബോയിങ് 787 എന്ന് പറഞ്ഞ ഡ്രീം ലൈനർ വിമാനം ഇപ്പോൾ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, അപ്പം മൂപ്പർ അതിൽ പറയുന്ന ഒരു പോയിന്റ് അതാണ്. അതിൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ട് ആൻറ്റി എയർ കൊളീഷൻ സിസ്റ്റം, സീറോ വിസിബിലിറ്റി ലാൻഡിംഗ് സിസ്റ്റം, ഇത് രണ്ടും ഇന്ത്യയിൽ ഹൈദരാബാദിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത സിസ്റ്റംസ് ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് R&D ലാബ്സും കാര്യങ്ങളും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ടിപ്പിംഗ് പോയിന്റിലേക്ക് എത്താൻ പ്രോബ്ലി വീൽ ടേക്ക് 5 or 6 more years എന്നുള്ളതാണ് മൂപ്പരുടെ ഒരു ഹൈപ്പോത്തസിസ്. ഓക്കെ, ലാസ്റ്റ് ഒറ്റൊരു എല്ലാ പാനലിസ്റ്റിനും കൂടെ ഉള്ളൊരു ചോദ്യമാണ്. ഇപ്പോൾ പൊതുവേ സ്റ്റാർട്ടപ്സ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ സിലിക്കൺ വാലിനെ പറ്റി പറയും, അല്ലെങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂർ, നോയിഡ എന്നൊക്കെ പറയും. അപ്പോൾ അതുപോലെ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഇതൊരു പെരിന്തൽമണ്ണ വാലി, പി വാലി എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ എന്താണ് ഒരു എസെൻഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്, വൺ എസെൻഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ടു മൂവ് ഈ ഒരു കമ്മ്യൂണിറ്റീനെ നമ്മൾ ലോകത്തിൽ അറിയപ്പെടുന്നത്? ഇപ്പോൾ സിലിക്കൺ വാലി എന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെ പോയാൽ ആൾക്കാർ അറിയും. ഓക്കെ, അവിടെയാണ് ഏറ്റവും വലിയ ഇന്നോവേഷൻ. നമ്മൾ ഊബർ ആയിക്കോട്ടെ, വാട്സാപ്പ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇതെല്ലാം വന്നൊരു സ്ഥലം എന്ന് പറയുന്ന പോലെ പി വാലി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരണമെങ്കിൽ വാട്ട് ഈസ് വൺ എസെൻഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്? വിൽ സ്റ്റാർട്ട് വിത്ത് അശോക് ആൻഡ് ദെൻ വിൽ കം. ബിഫോർ ദാറ്റ് എനിക്ക് ഒരു 2 പോയിന്റ്സും കൂടെ ആഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പം ഒന്ന്, ഒരു MSME കുറിച്ച് നമ്മൾ സംസാരിച്ചായിരുന്നു. അതിലൊരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ പെരിന്തൽമണ്ണയിലുള്ള ആൾക്കാർ, MSME റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ സ്റ്റാർട്ടപ്പുകൾ, ടെക്നോളജി സ്റ്റാർട്ടപ്പുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഹൗ they could adopt some of the technologies of the startups, understand that. അത് മനസ്സിലാക്കിയതിന് ശേഷം അതിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കാൻ ഈ പറയുന്ന MSME അല്ലെങ്കിൽ പൈസയുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് വരും. ദാറ്റ്സ് വൺ പാർട്ട്. പിന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ പെരിന്തൽമണ്ണേനെ എങ്ങനെ അവിടുന്ന് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ള ഒരു ആക്ടിവിറ്റി പറഞ്ഞല്ലോ. അപ്പം പ്രൈമർലി ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? അതായത് എന്ത് ഇൻഗ്രീഡിയൻ്റ് ആണ് ഒരു എസെൻഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ടു ബ്രാൻഡ് ഈ ഒരു സാധനം? പെരിന്തൽമണ്ണ വാലി ഒരു വേൾഡ് ക്ലാസ് ഇന്നോവേഷൻ ഹബ്ബായിട്ട് വരണമെങ്കിൽ അത് പോസിബിളി ഫണ്ടിങ് ആവാം, നെറ്റ്വർക്ക് ആവാം, ലാബ്സ് ആവാം, ടെക്നോളജി ആവാം. അപ്പം ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്താണ്? വൺ ഇൻഗ്രീഡിയൻറ്റ് ഇൻ ദ സെൻസ് പെരിന്തൽമണ്ണയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇലോൺ മസ്കിനെ അറിയാം? ഇലോൺ മസ്ക്, സ്റ്റീവ് ജോബ്സ്, വിമൽ ഗോവിന്ദ്. Nobody knows about വിമൽ ഗോവിന്ദ്. സോ യു ജസ്റ്റ് ലുക്ക് അറൗണ്ട്. വിമൽ ഗോവിന്ദ് എന്ന് പറയുന്ന ജെൻ റോബോട്ടിക്സ് എന്ന് പറയുന്ന കേരളത്തിൽ നിന്നൊരു കമ്പനി തുടങ്ങി വേൾഡ് എക്കണോമിക് ഫോറമിൽ വരെ പോയി ഒരു സ്റ്റുഡൻറ്റ് സ്റ്റാർട്ടപ്പായി തുടങ്ങി ഇപ്പോൾ 300 തൊട്ട് 400 ആൾക്കാരെ വരെ എംപ്ലോയ് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പാണ്. അത് ഇവിടുന്ന് തന്നെ തുടങ്ങിയ സ്റ്റാർട്ടപ്പാണ്. സോ യു ഷുഡ് ലുക്ക് അറൗണ്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ഹാപ്പനിങ് അറൗണ്ട് ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ വി ക്യാൻ സ്കെയിൽ ദാറ്റ്. ലുക്ക് അറൗണ്ട് യു, ദാറ്റ്സ് ഇറ്റ്. അപ്പം ഗെറ്റ് ഇൻസ്പയർഡ് എന്നുള്ളതാണ് ആ ഒരു വണ്ടി ഇൻഗ്രീഡിയൻറ്റ്. ബാലഗോപാൽ സർ. എൻ്റെ അഭിപ്രായത്തിൽ പെരിന്തൽമണ്ണ ഇങ്ങനെ ഒരു സംരംഭം സംഘടിപ്പിച്ചത് തന്നെ നല്ലൊരു ലക്ഷണമാണ്. ഞാൻ പറഞ്ഞു, ആക്ച്വലി ഈ ക്ഷണം സ്വീകരിക്കാനും കൊച്ചിയിൽ നിന്ന് കാർ ഓടിച്ച് ഇവിടം വരെ വന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഉടനെ തിരിച്ചു പോവുകയാണ് കൊച്ചിക്ക്. അപ്പോൾ ഇതിനായിട്ട് മാത്രം ഞാൻ പറഞ്ഞ് ഇത്രയും ഇൻട്രസ്റ്റ് എടുത്ത് ഇത്രയും ഉത്സാഹത്തോടു കൂടി ഒരു സംരംഭകത്വ പ്രോത്സാഹന ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടെന്നാണ് അത് തെളിയിക്കുന്നത്. അപ്പം നമ്പർ 1. നമ്പർ 2 ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉടനെ ചെയ്യാവുന്നൊരു കാര്യം, ഇവിടുത്തെ പെരിന്തൽമണ്ണയിലുള്ള ഹൈസ്കൂൾ സ്റ്റുഡൻസിനെയും കോളേജ് സ്റ്റുഡൻസിനെയും ഇവിടെ തന്നെ അടുത്തുള്ള കമ്പനികളിലേക്ക് വിസിറ്റ്സിന് അയക്കുക. ഒരു സ്റ്റഡി ടൂർസ് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് കുളു മണാലിക്ക് വിടുന്നതിന് പകരം എൻ്റെ അഭിപ്രായത്തിൽ പെരിന്തൽമണ്ണ ഒരു പുതിയ ഒരു വഴി ഇതിൽ എന്താ പറയുക തെളിയിക്കണം. അതായത് സ്റ്റഡി ടൂർസ് എല്ലാം ഇവിടെ അടുത്തുള്ള ഫാക്ടറീസും കമ്പനികളിലേക്കൊക്കെ വിട്ടാൽ
ആ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും ദേ വിൽ ഗെറ്റ് അവരുടെ ഐഡിയാസ് മുഴുവൻ അവിടെ ഇങ്ങനെ ഇഗ്നൈറ്റ് ചെയ്യും. ആ ഇഗ്നൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നത്തിങ് ക്യാൻ സ്റ്റോപ്പ് ദം. അപ്പോൾ എൻ്റെ സജഷൻ അതാണ്, ഈ സ്റ്റഡി ടൂവേഴ്സ് ഉടനെ തുടങ്ങുക, വലിയ ചിലവൊന്നുമില്ല. നജീബ് സാർ ഇവിടെ ഓൾറെഡി അതിന് ഓക്കെ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ യെസ്, അപ്പോൾ സ്കെയിലപ്പിൻ്റെ ഭാഗമായിട്ട് നജീബ് സാർ ആ റെക്കമെൻഡേഷൻ ഓൾറെഡി ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. യെസ്, സജി സാർ. നമ്മൾ പണ്ട് കാലത്ത് അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഇതായിരുന്നു നമ്മളെപ്പോഴും പറയുന്നത്. ആ ലോകം മാറി. ആ ലോകം മാറിയതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്തും. ഇന്നത്തെ ലോകത്ത് സക്സസ്ഫുൾ എന്ന് പറയുന്നത് ടാലൻറ്റ്, ഇന്നോവേഷൻ ആൻഡ് നെറ്റ്വർക്ക്. ദെൻ ഓൺലി കംസ് ദ ക്യാപിറ്റൽ. ഇതിൽ പെരിന്തൽമണ്ണയ്ക്കുള്ള സ്ട്രെങ്ത്, ദേ ഓൾറെഡി ഹാവ് എ നെറ്റ്വർക്ക്. ദറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ടാലൻറ്റ് ഒന്ന് ഷാർപ്പൺ ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. ആൻഡ് പീപ്പിൾ ഹാവ് ടു സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് സോൾവിങ് പ്രോബ്ലംസ് ഇൻ എൻ ഇന്നോവേറ്റീവ് മാനർ. ആ രണ്ട് കാര്യങ്ങളോട് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ആക്ച്വലി മേക്ക് എ വെരി ഡിഫറെൻറ്റ് മോഡൽ. ബിക്കോസ് നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ട്. ആ നെറ്റ്വർക്ക് ക്യാപിറ്റൽ കൊണ്ടുവരിക, ഇവിടത്തുള്ള ക്യാപിറ്റലിനെ കൊണ്ടുവരിക, ഈ ഇന്നോവേഷനും ടാലൻറ്റും കൂടെ ഒന്ന് ഷാർപ്പൺ ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ വി വിൽ ആക്ച്വലി ബി ഏബിൾ ടു മേക്ക് എ ഡിഫറൻസ്. താങ്ക് യു സർ. ഷിലൻ സർ. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ MLA ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു MLA ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ അതാണ് ദാറ്റ് ഇസ് ദ വാട്ട് യു കോൾ കീ ഡിഫറൻഷിയേറ്റർ. അപ്പോൾ ജനറലി ഇൻ മൈ എക്സ്പീരിയൻസ് നമ്മളിപ്പോൾ സിലിക്കൺ വാലി എടുത്താലോ അതൊരു 5-6 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇപ്പം ഇപ്പം ഹമമാറ്റ്സു എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ജപ്പാനിൽ. അവിടെയാണ് ഈ ടൊയോട്ടയും പിന്നെ അതേമാതിരി സുസുക്കിയും ഇതെല്ലാം ഉണ്ടായ സ്ഥലം. അതേമാതിരി ഇപ്പം നോക്കിയാൽ ടെല്ലവീവ് എടുത്തു, ഇസ്രായേലിൽ. അപ്പോൾ ഇവിടെ ബേസിക്കലി കുറച്ച് സാധനമുണ്ട്. അതായത് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നല്ലൊരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് വേർ യു ക്യാൻ ഗെറ്റ് ട്രാൻസ്ലേഷൻ റിസർച്ച്. അതായത് റിസർച്ചിന്, അതായത് പ്യുവർ റിസർച്ച് അല്ല, റിസർച്ചിന് ഇൻഡസ്ട്രി യൂസിനുള്ള ആ ട്രാൻസ്ലേഷനിലായിട്ടുള്ള സംഭവം നടക്കുന്നുണ്ട്. ദാറ്റ് ഇസ് വൺ പാർട്ട്. സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, അപ്പം ഇപ്പോൾ എല്ലാവരും സംസാരിച്ച മാതിരി ഈ സ്റ്റാർട്ടപ്പ് മൈൻഡ് സെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ദെൻ ദാറ്റ് ഇസ് അനദർ തിങ് വിച്ച് ഇസ് ഗോയിങ് ടു ആഡ്. അതർ തിങ് ഐ എം നോട്ട് ടോക്കിംഗ് ദ ഓർഡർ ബിക്കോസ് ഈച്ച് ഓഫ് ദീസ് തിങ്സ് ഇതെല്ലാം ഒരേ പ്രയോറിറ്റി ഉള്ള കാര്യമാണ്. പിന്നെ ടാലൻറ്റ്, ഈ കുട്ടികൾ, അതായത് ഇങ്ങനെയുള്ള എൻ്റർപ്രണർഷിപ്പ് ആയിട്ടുള്ള ചെയ്യുന്ന ടാലൻറ്റ് ഇത്. ഓക്കെ, പിന്നെ മൂന്നാമത് ഇതിൻ്റെ സപ്പോർട്ട് സർവീസ്, നാലാമത് ഇതിൻ്റെ സപ്പോർട്ട് സർവീസസ്. അതായത് അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ ഇതെല്ലാം കൂടി കൺവേർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഈ ഒരു എൻ്റർപ്രണർഷിപ്പ്, അതായത് ഈ ഒരു സ്റ്റാർട്ടപ്പ് ടൈപ്പ് ഓഫ് എൻ്റർപ്രണർഷിപ്പ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മളിപ്പം ചെയ്യുന്ന ഇപ്പോൾ കണ്ണൂരിൽ, എൻ്റെ സ്വദേശം കണ്ണൂരാണ്. അപ്പം നമ്മൾ കണ്ണൂർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മലപ്പുറംമാതിരി സിമിലർ ഏരിയ ആണ്. ആൾക്കാർ വെരി പാഷനേറ്റ് ആണ്. അപ്പം അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് അവിടെ ഈ സ്റ്റാർട്ടപ്പിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗം എങ്ങനെയാണ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഒരു മലബാർ റേഞ്ചിൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. ഓക്കെ, അത് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ആ ഒരു റീജിയനിൽ എങ്ങനെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക, എംപ്ലോയ്മെൻറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ള അത് ആലോചിച്ചിട്ട് ബ്രെയിൻ സ്റ്റോം ചെയ്തവരെ മനസ്സിലായത് ഈ സ്റ്റാർട്ടപ്പ് ഉള്ള മോഡലാണ് ഇപ്പോഴത്തെ കാലത്ത്. ഇത് നമ്മളിപ്പോൾ ഒരു സർവീസ് ഇതല്ല ഒരു IT പാർക്കോ അങ്ങനെയെല്ലാം ചെയ്യുക, പക്ഷേ അതിൻ്റെ എല്ലാം കാലം കഴിഞ്ഞ്. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ഇന്നോവേഷൻ ബേസ്ഡുള്ള സാധനം ചെയ്യുക. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മെയിൻ സാധനം ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അഡ്വക്കസി ആയിട്ട് നമ്മൾ ഈ മലബാർ റേഞ്ചിൽ നെറ്റ്വർക്ക് തുടങ്ങി. നമ്മൾ കേരളത്തിലുള്ള കുറേ സ്റ്റാർട്ടപ്പിൻ്റെ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ബി ആർ എൻ NGO. അപ്പോൾ നമ്മളൊരു NGO ആയിട്ട് ഫോർമാറ്റിലാണ്, Section 8 കമ്പനി ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ വി ആർ റെഡി ടു ഹെൽപ്പ് യു. നിങ്ങൾക്ക് അങ്ങനെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാകണ്ടെങ്കിൽ അതിൻ്റെ ഹെൽപ്പ് വി വിൽ ഗിവ് ഇറ്റ് യു ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. ഓക്കെ, താങ്ക് യു. യെസ്, എനിക്ക് തോന്നിയിട്ടൊരു കാര്യം, ഞാൻ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റ് എന്നുള്ള സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ ഒബ്സർവ് ചെയ്തില്ലേ, കേരളത്തിൻ്റെ ഗ്രോത്ത് കിടക്കുന്നത്, വളർച്ച എടുക്കുന്നത് മലബാറിൻ്റെ വളർച്ചയായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും. പിന്നെ ഒന്നുള്ളത് സ്ത്രീകളുടെയുമായി വന്നിട്ടായിരിക്കും എന്നുള്ളത്. ഇതിന് രണ്ടിനും പറ്റിയ, പെരിന്തൽമണ്ണക്ക് പ്രത്യേകത ഒന്നുമില്ല, പക്ഷെ പെരിന്തൽമണ്ണ ഒരു മിനിയേച്ചറാണ്. ഇതിനെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന, സ്ഥാപിക്കുന്ന ഒരു സാധനമാണ്. ഇതിന് ചെയ്യാവുന്ന 1-2 ബിക്കോസ് എൻ്റെ ഒരു സജഷൻ എന്ന് പറയാം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ പുറത്തു പോയി ജോലി ചെയ്യുന്ന ആൾക്കാരുള്ളത് ഉള്ള ഒരു ജില്ല മലപ്പുറത്താണ്. പെരിന്തൽമണ്ണക്കാരെ മുഴുവൻ മാപ്പ് ചെയ്യുക, അതിലെ ഒരു നന്നായിട്ടൊരു 200-300 crore ടേൺ ഓവറുള്ള ആളുകളെ മുഴുവനാക്കിയ കണക്ട്, ക്രിയേറ്റ് എ നെറ്റ്വർക്ക്. അവർ കുട്ടികളുമായിട്ടുള്ള മെൻറ്റർഷിപ്പ് കൊടുക്കുക, കുട്ടികളായിട്ട് ഇൻ്ററാക്ട് ചെയ്യുക. ഇപ്പോൾ ടെക്നോളജി വെച്ചൊക്കെ ഇതൊക്കെ ഈസി ആയിട്ട് സാധ്യമായിട്ടുള്ള, ദാറ്റ് ഈസ് വൺ എലമെൻറ്റ്. സെക്കൻഡ് തിങ്, സജി സാറ് പറഞ്ഞ ഒരു പ്രധാനമാണ്, നോളജ് ആയിരിക്കും. നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആയിരിക്കും ഡ്രൈവ് ചെയ്യാൻ പോകുന്നു. ബിസിനസ് മോഡലുകൾ മാറുകയാണ്, ഇന്നോവേഷൻ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പം തരത്തിലേക്കുള്ള ആളുകളായിട്ട് നമ്മുടെ ഇവിടുത്തെ ആളുകളെ മാറ്റിയെടുക്കുക.
ഒരു ടാലൻറ്റ് ആക്സലറേറ്റേഴ്സ് ഇവിടെ വരേണ്ടതുണ്ട്, കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ട്. പിന്നെ പെരിന്തൽമണ്ണ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്, ബ്യൂട്ടി അത് ഞാനതിനെ പോസിറ്റീവായിട്ട് കാണുന്നതല്ല, കാരണം ഇത്രയധികം ഹോസ്പിറ്റലുകളുള്ള ഒരു നഗരം ഇന്ത്യയിൽ തന്നെ വേറെ ഉണ്ടാവാൻ സാധ്യതയില്ല. ബിക്കോസ് ഐ ഡിഡ് എൻ എക്സ്പെരിമെൻറ്റ് ലോങ് ബാക്ക് വിത്ത് അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ ഒരു ട്രെയിനിങ് സ്പേസ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ച ആളെന്ന നിലയിൽ ഇവിടെയൊക്കെ ഡോക്ടേഴ്സ് ഉണ്ട്, നല്ല പണമുള്ള, ഒരിക്കലും പണം ചെലവഴിക്കാത്ത ആൾക്കാരാണ് ഇവർ. ഇവരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുക. ദിസ് ഇസ് ഒക്കെ. ആൻഡ് ദീസ് ഹോസ്പിറ്റലുകളിലേക്ക് സ്റ്റാർട്ടപ്പുകളുടെ സൊല്യൂഷൻസ് എടുക്കാവുന്ന കുറേ സാധനങ്ങളുണ്ട്, അങ്ങനെ കൊണ്ടുവരാൻ പറ്റും. സോ ദാറ്റ് വിൽ മേക്ക് എ ഡൈനാമിക് കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ടാകുന്ന. ഏറ്റവും അവസാനമായിട്ടുള്ള ഒരു സംഗതി ചെയ്യേണ്ടത്, ഗവൺമെൻറ് ഒരുപാട് പരിപാടികൾ ചെയ്യുന്നുണ്ട്. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റോട് സംസാരിക്കില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ കോളേജിൽ തന്നെ മൾട്ടിപ്പിൾ സാധനങ്ങളുണ്ടാവും, സ്കൂളിൽ മൾട്ടിപ്പിൾ ഉണ്ടാവും, IEDC ഉണ്ടായിരിക്കും, YIP ഉണ്ടായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. വൈ കാണ്ട് യു ടേക്ക് എ ഇനീഷ്യേറ്റീവ് ടു കൺവെർജൻസ്? സ്റ്റുഡൻസിനെയും ഫാക്കൽറ്റിയോ ഐഡൻറ്റിഫൈ ദ കാറ്റലിസ്റ്റ്, ദ ചാമ്പ്യൻസ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബ്രിങ് ടുഗദർ. ആൻഡ് ഇവർ വഴി അവരോടൊന്നും പറയണ്ട, ഓരോരുത്തർക്കും അവരുടെ റിപ്പോർട്ട് അയച്ചു കൊടുത്താൽ മതി. പക്ഷേ നമ്മളിവിടെ ഇരുന്നിട്ട് ഒരു സംഗതി ചെയ്തുകൊണ്ട് ഇതിലെ കുട്ടികളെ പുറത്തുള്ള ആൾക്കാരായിട്ട് കണക്ട് ചെയ്യുക, മെൻറ്റർഷിപ്പിലേക്ക്, സാറ് പറഞ്ഞ ഒരു എക്സ്പോഷർ വിസിറ്റുകളാകട്ടെ, ഇവർക്കുള്ള എല്ലാവരോടും പറയുക, ഐഡിയ ഗ്രാൻഡ് കൊടുക്കുക. സ്റ്റാർട്ടപ്പ് മിഷൻ 3 ലക്ഷം കൊടുക്കണമെങ്കിൽ ഞാൻ പറയുന്നത് പെരിന്തൽമണ്ണക്കാർ ഈ ആൾക്കാരെ കൂടി വിചാരിച്ചാൽ 5 ലക്ഷം രൂപയൊക്കെ ഈസി ആയിട്ട് കൊടുക്കുക, ഒരു പ്രയാസമുള്ള കാര്യമില്ല. ദീസ് ആർ ദ സം ഓഫ് ദ സ്റ്റെപ്സ് ഒക്കെ. ദെൻ തിങ്സ് വിൽ ചേഞ്ച് ആൻഡ് കേരള വിൽ ഫോളോ ദ പെരിന്തൽമണ്ണ മോഡൽ. ദാറ്റ് ഈസ് വാട്ട് ഐ ബിലീവ്. താങ്ക് യു. ഇത് വളരെ നമ്മൾ ടൈം 10 മിനിറ്റ്സും കൂടെ ഉണ്ട്. അതിൽ ഓപ്പൺ അപ്പ് ദ ഫ്ലോർ. ഓഡിയൻസിന് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഹാൻഡ് റേസ് ചെയ്യാം. ഓക്കെ, മൈക്കൊന്ന്. യെസ്. അപ്പം എനിക്ക് തോന്നുന്നു നജീബ് സർ, നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും ഈ സ്കെയിലപ്പിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ എല്ലാ പോയിന്റ്സും എടുത്തിട്ട് നമുക്ക് നെക്സ്റ്റ് ഇയർ ഇങ്ങനത്തെ ഒരു ഇവൻറ്റിൽ വരുമ്പം നമുക്കൊരു 1-2 സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന കമ്പനി പെരിന്തൽമണ്ണയിൽ നിന്ന് വരുമെന്ന് ഹോപ്പ് ചെയ്യുന്നു. യെസ്. എൻ്റെ പേര് സജാദ് യൂസഫ്. സ്റ്റാർട്ടപ്പ് ആസ്പയറിംഗ് വ്യക്തിയാണ്. പാഷനായിട്ട് എലോൺമസ് ഞാൻ ഫോളോ ചെയ്യുന്നു. എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഞാൻ ഒരു കൊല്ലമായിട്ട് ബൈജൂസിനെ നല്ല രീതിയിൽ ന്യൂസ് വായിക്കുന്നുണ്ട്. അപ്പം ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് കേട്ട വാർത്ത ബൈജൂസിനെ ഇറക്കി വിടുന്നു, അതാണ് കേട്ടത്. അപ്പം അതിനകത്ത് ബൈജൂസിന് പറ്റിപ്പോയ എന്തേലും യങ്ങായിട്ട് ആവർത്തിക്കാതിരിക്കാൻ എന്താണുള്ളത്? പിന്നെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെറോദയുടെ CEO-യും co-ഫൗണ്ടറും ഓപ്പണയുടെ സാമാന്യമായിട്ടുമായിട്ട് ഒരു മീറ്റിംഗ് ബോഡ്കാസ്റ്റ് ആണ്. അപ്പം സെറോദയുടെ co-ഫൗണ്ടർ ചോദിച്ച കാര്യം, സിലിക്കൺ വാലിയിലെ സ്റ്റുഡൻസിലെല്ലാം ഒരു ഓൺട്രപ്രണർഷിപ്പാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ തിരിച്ച് ഇന്ത്യൻ കേരള, ഇപ്പം ഞാൻ പഠിച്ച കോളേജാണെങ്കിലും ഫോക്കസ് ചെയ്യുന്ന പ്ലേസ്മെൻ്റ് ആണ്. ഇപ്പം എൻ്റെ പേരൻ്റ് ആണെങ്കിലും ഇലോൺമസിനെ പോയി ചിന്തിച്ച് കഴിഞ്ഞാൽ ഒന്നും സ്റ്റാർട്ടപ്പ് അങ്ങനെയൊന്നും ടൈം തരില്ല. അപ്പം ഈ 2 ക്വസ്റ്റ്യൻസ്, അപ്പം അതിനെന്താണ് ഒരു ഡിഫറൻറ്റ് വരുന്നത്? ഓക്കെ ഓക്കെ. ആരെങ്കിലും സ്പെസിഫിക് ആയിട്ട്? ഇല്ല, എല്ലാവരും ഉണ്ട്. എനിക്കങ്ങനെ സ്പെസിഫിക് ആയിട്ട് എല്ലാവർക്കും നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള സമയമില്ല. ഐ തിങ്ക് സജി സർ ആ ഒരു ബൈജൂസിൻ്റെ ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ സിറോദയായിട്ട് കമ്പയർ ചെയ്താൽ തന്നെ ആൻസർ കിട്ടും. എന്തുകൊണ്ടാണ് സിറോദ ഈസ് ആക്ച്വലി ഡോണ്ട് ഹാവ് ദാറ്റ് ഇഷ്യൂ എന്നതും ബൈജൂസിന് എന്തുകൊണ്ടാണ് ആ ഇഷ്യൂ ഉള്ളതെന്നുള്ളത് ക്ലിയർ ആണ്. കാരണം പലപ്പോഴും നമ്മൾ ഇൻഫ്ലേറ്റഡ് വാല്യുവേഷൻ കൊണ്ടുവരാറുണ്ട്. ഒരു കൺവെൻഷണൽ VC വഴി ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ടോപ്പ് ലൈൻ കൂട്ടിക്കൊണ്ടേയിരിക്കും, അതായത് സെയിൽസ് കൂട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷെ പ്രോഫിറ്റബിലിറ്റിയെ കുറിച്ച് നമ്മൾ അത് അത്രയധികം ശ്രദ്ധിക്കാറില്ല. മറിച്ച് കാരണം അവരുദ്ദേശിക്കുന്ന വേറൊരാൾക്ക് വിൽക്കുക എന്നുള്ളതാണ്. ആ പ്രോഫിറ്റബിലിറ്റി ഫോക്കസ് ചെയ്തില്ല എന്നതാണ് ബൈജൂസിന് പറ്റിയ ഒരു മേജർ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അത് ഇപ്പോഴുള്ള പല സ്റ്റാർട്ടപ്പുകൾക്കും ഇതേ ഇഷ്യൂ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് എലിമെൻ്റായ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെയും ഒരു ചലഞ്ചാണ്. അതേസമയം സിറോദ അങ്ങനെയല്ല ചെയ്തത്. സിറോദ ആക്ച്വലി Day 1 മുതൽ തന്നെ പ്രോഫിറ്റബിലിറ്റി എന്നുള്ള മോഡലിലാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സസ്റ്റൈനബിൾ ആയിട്ടുള്ള എൻ്റർപ്രൈസസ് എന്ന് പറയുന്നതിനകത്ത് ഗ്രോത്ത് വേണം, പക്ഷെ അതോടൊപ്പം തന്നെ വി നീഡ് ടു ഓൾസോ ഫോക്കസ് ഓൺ പ്രോഫിറ്റബിലിറ്റി. ദാറ്റ് ക്യാൻ ആക്ച്വലി ആൻസർ ദി ക്വസ്റ്റ്യൻ. ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് നമ്മളിവിടെ ഓൺട്രപ്രണർഷിപ്പ് ഇല്ല എന്ന്, അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് ഫോക്കസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഇതൊരു ശരിക്കും തെറ്റായ ധാരണയാണ്. കാരണം എന്തറിയോ, നിങ്ങൾ ഈ ന്യൂ ജനറേഷൻ ബാങ്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ടോപ്പ് 10 പ്രൈവറ്റ് ബാങ്ക്സ് എടുക്കുക, അതിൽ 8 ബാങ്കുകൾ കേരളത്തിൽ നിന്നാണ്. ഇന്ന്
ഇന്ത്യയിലെ ടോപ്പ് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികൾ എടുക്കുക, ടോപ്പ് ആയിട്ടുള്ള 5 എണ്ണം എടുക്കുകയാണെങ്കിൽ 4 എണ്ണം കേരളത്തിൽ നിന്നാണ്. ടോപ്പ് ആയിട്ടുള്ള ഫാഷൻ ബ്രാൻഡ്സ് എടുക്കുക, വേൾഡിലെ ടോപ്പ് 100 ബ്രാൻഡ്സിൽ 2 എണ്ണം കേരളത്തിൽ നിന്നാണ്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ സാറിൻ്റെ ബുക്കുണ്ട്, അത് വായിച്ചു നോക്കണം. 50ഓളം ഒന്നുകിൽ കൺട്രിയിലെ നമ്പർ 1 അല്ലെങ്കിൽ ഏഷ്യയിലെ നമ്പർ 1 കമ്പനികളുണ്ട്. പക്ഷെ നമ്മളത് പറയാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നേരത്തെ അശോക് ഒരു ചോദ്യം ചോദിച്ചു, വിമൽ ഗോവിന്ദ് ഇവിടെ നിന്ന് അധികം ദൂരമില്ല, തൃത്താലയ്ക്ക് അടുത്തുള്ള ഒരാളാണ്. വിമൽ ഗോവിന്ദിന്റെ കമ്പനി 5 കൊല്ലം കൊണ്ട് 200 കോടി രൂപയുടെ മൂല്യമുള്ള കമ്പനിയായി. പക്ഷെ നമ്മളത് പറയുന്നില്ല, ആ സ്റ്റോറീസ് നമ്മൾ പറയുന്നില്ല. അതാണ് നമുക്ക് വേണ്ടത്. വി ഹാവ് ഓൺടർപ്രണറിയൽ സ്പിരിറ്റ് ഇൻ us, ബട്ട് വി ഡോണ്ട് കീപ്പ് ഓൺ സെലിബ്രേറ്റിംഗ് ദാറ്റ്. നമ്മൾ അത് സെലിബ്രേറ്റ് ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ സ്കൂളിലും കോളേജിലൊക്കെ ചെയ്യേണ്ടി വരും. Where are questions? പറഞ്ഞതിലൊരു തെറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് എല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പം എൻ്റെ വീട്ടിൽ ചെന്ന് സ്റ്റാർട്ടപ്പ് തുടങ്ങണം അല്ലെങ്കിൽ ഓൺടർപ്രണർഷിപ്പ് തുടങ്ങണം പറഞ്ഞാൽ എൻ്റെ ടീച്ചറും പേരൻറ്റും ഇതാകത്തില്ല. അതാ ചോദിച്ചത്. അതിനകത്ത് ഇപ്പം സിലിക്കൺ വാലിയൊക്കെ ഞാൻ ആ സീരീസൊക്കെ കാണുമ്പം സ്റ്റീവ് ജോബ്സ് ആയാലും ഇലോൺ മസ്ക് ആയാലും എവറി പേഴ്സൺ ഈസ് ഷുഡ് ഫോളോ ദ ഇന്നോവേഷൻ. പക്ഷെ നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻ്റ് ആണ് ഫോളോ ചെയ്യുന്ന ആ ഒരു ഇതേ പറഞ്ഞുള്ളൂ. IDC എൻ്റെ കോളേജ് പൂഞ്ഞാർ IHRD ആയിരുന്നു, ഞാൻ ഡ്രോപ്പ് ഔട്ടാണ്, സെൽഫ് ലേണിംഗ് ആണ്. ഇപ്പം ഫോളോ ചെയ്ത് പ്ലേസ്മെൻ്റ് ആയിരുന്നു. YIP IDC ഒന്നും അതില്ല, ഫോളോ ചെയ്യുന്നില്ല. ഞാൻ വെളിയിൽ നിന്നുള്ള ഒരു ഇൻസ്റ്റഗ്രാം ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കണ്ടിട്ടാണ് ഞാൻ YIPയിൽ ഫോളോ ചെയ്തത്. അതിനും വലിയ ചാൻസ് ഇല്ലായിരുന്നു. പക്ഷേ ആ ടൈം അല്ല, ഈ സിലിക്കൺ വാലിയിലും എല്ലാവരും ഒന്നും ഇതാണെന്ന് അർത്ഥമില്ല. അമേരിക്കയിലെ എല്ലാവരും ഓൺടർപ്രണർഷിപ്പ് ഒന്നല്ല ഫോളോ ചെയ്യുന്നത്. അവിടെയും വളരെ നമ്മൾ കാണുന്ന ഈ സക്സസ് സ്റ്റോറീസ് മാത്രമാണ്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് ഒരുപാട് സക്സസ് സ്റ്റോറീസ് ഉണ്ടെന്നും എന്തുകൊണ്ടാണ് പലപ്പോഴും നിങ്ങളുടെ പേരൻസും ടീച്ചേഴ്സും അനുഭവിക്കാത്ത, അവർ വിചാരിക്കുന്നത് ഇത് ഭയങ്കര റിസ്ക്കിയാണ്, ഫെയിലുവർ പ്രോബബിലിറ്റിയാണ്. പക്ഷെ ആ ലോകം മാറി. കാര്യം അന്ന് ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ആദ്യം കുറേ ലാൻഡ് വേണം, കുറേ പൈസ വേണം, ഇതൊക്കെ തുടങ്ങിയേ ബിസിനസ് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഫെയിലായി കഴിഞ്ഞാൽ ഇതൊക്കെ നഷ്ടപ്പെടും. ഇന്ന് അങ്ങനെയല്ല. ആ ലോകം മാറിയ കാര്യത്തിൻ്റെ എക്സാമ്പിൾസ് ഒരുപാടുണ്ട്. അത് കൂടുതൽ നമ്മുടെ ചർച്ചയിൽ കൊണ്ടുവരണമെന്ന് മാത്രമേ ഉള്ളൂ. അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് മാറിക്കോളും. സജി സാർ, എനിക്ക് തോന്നുന്നു ആ ക്വസ്റ്റ്യൻ ഒരു പേരൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അതായത് ഒരു കോളേജിൽ നിന്നും ഇതിനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഇപ്പം എൻ്റെ കമ്പനീൻ്റെ ഫൗണ്ടറായ ജാസ്, എനിക്കറിയില്ല ഇവിടെ ഉണ്ടോ അവരുടെ പേരൻസ് എന്ന്. മൂപ്പര് ഇപ്പം ഞങ്ങൾ 2 years ആയിട്ടും കഴിഞ്ഞൊരു 6 മാസം മുമ്പ് വരെ എല്ലാ മാസവും മൂപ്പരുടെ പേരൻറ്റ് PSC എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അപ്ലൈ ചെയ്യണം ഈ എക്സാം. അപ്പം അത് ബേസിക്കലി പേരൻസിന് ആ ഒരു കോൺഫിഡൻസ്. അപ്പം അവിടെയാണ് ഇപ്പം മനീഷിനെ പോലത്തെ സ്റ്റോറീസോ ഇങ്ങനെ സ്കെയിൽ ചെയ്ത ആൾക്കാരുടെ സ്റ്റോറീസ് പേരൻസിലേക്ക് എത്തേണ്ടത്. അതെനിക്ക് തോന്നുന്നു വളരെ പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ്. സജി ഹാസ് ഗിവൻ. ഇപ്പം ഇന്നത്തെ കാലം മാറുന്നു, ചിന്താഗതികളെല്ലാം മാറുന്നു. പക്ഷേ നിങ്ങൾ പറഞ്ഞ കാര്യം വളരെ ഒരു പ്രസക്തിയുള്ള കാര്യമാണ്. അപ്പം നമ്മളിവിടെ ആന്ത്രപ്രണർഷിപ്പ് ഉണ്ടാവണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അല്ലേ? ഈ സംരംഭത്തിൻ്റെ തന്നെ അല്ല, ഈ ഒരു പരിപാടിയുടെ തന്നെ ഉദ്ദേശം സംരംഭകത്വത്തിനെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ്. പക്ഷേ സംരംഭകത്വം എന്ന് പറയുന്നതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകം എന്താണ്? നമ്മൾ തുടങ്ങുന്ന കാര്യം ചിലപ്പം ഫെയിൽ ചെയ്യും. റിസ്ക് ടേക്കിംഗ്. ആ റിസ്ക് എടുക്കാനും ആ ഫെയിലിയർ എന്ന് പറഞ്ഞ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. പരാജയപ്പെട്ടാൽ എന്ത് പറ്റും? ലൈഫ് ഈസ് നോട്ട് എൻഡിങ്. അത് കഴിഞ്ഞിട്ട് അടുത്ത കാര്യം ആലോചിക്കണം, അടുത്ത ഐഡിയ നമ്മൾ കൊണ്ടുവരണം. പക്ഷെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, അതിലുള്ളൊരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം എന്താണ്? ഈ ഫെയിലിയറെ ഭയക്കാനാണ്. ഭയങ്കര ഒരു ഭയമാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഫെയിലിയർ അല്ലേ? നമ്മുടെ ഇപ്പം ഒരു പരീക്ഷയിൽ നമ്മുടെ മാർക്ക് ഒരു 10% കുറഞ്ഞാൽ തന്നെ അറിയാമല്ലോ വീട്ടിലെ പ്രശ്നം എന്താണെന്നുണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് ആണ് വി ആർ ട്രൈങ് ടു ക്രിയേറ്റ് പീപ്പിൾ ഹു ആർ റിസ്ക് ടേക്കേഴ്സ്, ഹു ആർ വില്ലിങ് ടു ഫെയിൽ. ഇപ്പം ഈവൻ ഒരു സയൻറ്റിഫിക് റിസർച്ചിൽ തന്നെ പല ട്രയൽസ് കഴിഞ്ഞിട്ടാണ് ഒരു വിജയം കാണുന്നത്. പല പരാജയങ്ങൾ കഴിഞ്ഞിട്ടേ ഒരു വിജയം കാണാൻ പറ്റുള്ളൂ. ആദ്യത്തെ ട്രയലിൽ തന്നെ വിജയം ഉണ്ടാകുന്നത് ഒരു കംപ്ലീറ്റ് മിറക്കിളാണ്. അതൊരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ പഠിപ്പിക്കാനും ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇറങ്ങാനും നമ്മുടെ സമൂഹത്തിൽ തന്നെ
ഈ ഫെയിലിയർ എന്ന് പറയുന്നത് ഒരു ഡിസ്ഗ്രേസ് അല്ല. അപ്പം ആരാണ് ഫെയിൽ ചെയ്യുന്നത്? എന്തെങ്കിലും ശ്രമിക്കുന്ന ഒരാളല്ലേ ഫെയിൽ ചെയ്യുന്നത്. എങ്ങനെയാണ് ഫെയിൽ ചെയ്യാതിരിക്കാനായിട്ടുള്ള ഇൻഷുറൻസ് എന്താണ്? ഒന്നും ചെയ്യാതെ കൈയും കെട്ടി ഇരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫെയിൽ ചെയ്യില്ല. അപ്പം എനിക്ക് തോന്നുന്നു സമൂഹത്തിൽ തന്നെ, പക്ഷെ ആ മാറ്റം വരുന്നുണ്ട്, ആ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്ന ചിന്താഗതി അല്ല പേരൻസിന് ഇന്ന്. അവരിപ്പം ഇറ്റ്സ് എ ലോകം തന്നെ മാറിയിരിക്കുന്നു. പക്ഷേ ദിസ് ഈസ് എ പ്രോബ്ലം. നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഈ പ്ലേസ്മെൻറ്റിന് ഈ പ്രാധാന്യം കൊടുക്കുന്നത് ആൻഡ് നോട്ട് ലുക്കിംഗ് അറ്റ് എൻകറേജിങ് പീപ്പിൾ ടു. അതിനാണ് ഈ ഇൻക്യുബേറ്റേഴ്സും ആക്സിലറേറ്റേഴ്സും അതുപോലത്തെ ഉള്ള പരിപാടികളൊക്കെ വന്ന് ഐ ഹോപ്പ് ദാറ്റ് ആ ഒരു കറക്റ്റ് അങ്ങനെ എങ്കിലും ഉണ്ടാവട്ടെ. താങ്ക് യു. അതിലൊന്ന് ആഡ് ചെയ്തോട്ടെ. ഇതൊരു തിയറട്ടിക്കലി റോങ് ആൻസർ ആണ്. എനിക്ക് എൻ്റെ കൂടെയുള്ള പാനലിസ്റ്റ് എഗ്രി ചെയ്യത്തുമില്ല. പക്ഷേ നിങ്ങളുടെ വീട്ടിലും ടീച്ചേഴ്സും നിങ്ങൾക്ക് വളരെയധികം റെസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ തുടക്കത്തിൽ തന്നെ ഒരു ക്യാഷ് കൗ ഇവിടെ ഉണ്ടാക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ഐഡിയകളൊന്നും അല്ലാത്ത വളരെ സിമ്പിളായിട്ടൊരു കാര്യം പാരലായിട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് ജനറേറ്റ് ഏറ്റവും സിമ്പിൾ അൽഗോ ട്രേഡിങ്. നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും റവന്യൂ കിട്ടും. ആ റവന്യൂ വീട്ടിൽ കാണിച്ചു കഴിയുമ്പോൾ അവർക്ക് ഒബ്ജക്ഷൻ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു പാരലായിട്ട് ഒരു ക്യാഷ് കൗവിനെ കൈവച്ചിട്ട് നിങ്ങളുടെ ഡ്രീമിനെ ഫോളോ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ആ റെസിസ്റ്റൻസ് കുറയും. സർ, നമ്മളൊരു ഡിസ്ക്ലെയിമർ ഇതിൽ വെക്കണം. ആൽഗോ ട്രേഡിംഗ് ഞാനൊരു എക്സാമ്പിൾ, ഒരൊറ്റ എക്സാമ്പിൾ പറഞ്ഞു നിർത്താം. IIM-ന്ന് എൻ്റെ 2 സ്റ്റുഡൻസ് വളരെ നല്ല പ്ലേസ്മെന്റ് കിട്ടിയതാണ്. അവർക്ക് ആ പ്ലേസ്മെന്റ് വേണ്ട. അവരുടെ ആഗ്രഹം കേരളത്തിലെ ഇതുണ്ടല്ലോ കോക്കനട്ട് ചിപ്സ് ബനാന ചിപ്സ് ലോകത്തിലെത്തിക്കുക എന്ന പോയിന്റിലാണ് അവർ തുടങ്ങിയത്. നാച്ചുറലി നിങ്ങൾ പറഞ്ഞ പോലെ അവരെ വീട്ടുകാർ സമ്മതിച്ചില്ല. അപ്പോൾ അവർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മാതൃഭൂമിയോട് പറഞ്ഞിട്ട് ഇവിടെ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ എങ്ങനെ അഡ്മിഷൻ കിട്ടണമെന്നൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന് കിട്ടിയ വരുമാനം ഒരു സൈഡിലുണ്ട്. ആ വരുമാനം കിട്ടിയപ്പോൾ വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയില്ല. അവരുടെ ഈ വെഞ്ചർ ഫെയിൽ ആവുകയും ചെയ്തു. പക്ഷെ ദേ ഹാവ് മെയ്ഡ് സംതിങ് വെരി ബിഗ് ലേറ്റർ സംതിങ് എൽസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത് പ്രാക്ടിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ക്യാഷ് കൗ കയ്യിലുണ്ടെങ്കിൽ വീട്ടുകാരുടെയും ടീച്ചേഴ്സിൻ്റെ ഒന്നും എതിർപ്പ് ഉണ്ടാവില്ല. അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഒരു പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾ ആരെങ്കിലും കൊണ്ട് ഒരു കോഫി വെൻഡിങ് മെഷീൻ ഒരു ബസ് സ്റ്റാൻഡിൽ കൊണ്ട് ഇട്ടാൽ പോലും നിങ്ങൾക്ക് പൈസ കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരുപാട് നമുക്ക് ക്യാഷ് കൗ ഐഡിയകൾ നമ്മുടെ ഉണ്ട്. അത് കൂടെ ചെയ്തു കഴിഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാം. തിയറിറ്റിക്കലി പറയും ഇതൊരിക്കലും ഒരൊന്നിലേ ഫോക്കസ് ചെയ്യാമെന്നൊക്കെ പറയും. പക്ഷേ പ്രാക്ടിക്കലായിട്ട് ഇങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഞാൻ വേറൊരു കാര്യം പറയാം. അതായത് ആൾക്കാർ വിചാരിക്കും സ്റ്റാർട്ടപ്പ് ഒന്ന് ഫെയിൽ ചെയ്താൽ വേറെ ഓപ്പർച്യൂണിറ്റി ഇല്ലാന്ന്. ബട്ട് ദർ ആർ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഐ ടെൽ യു വൈ. അതായത് ഇപ്പം ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി, അതായത് ഇപ്പം നമ്മളിപ്പോൾ ഇഫ് ഐ എം ഡൂയിങ് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കമ്പനി ഉണ്ടെങ്കിൽ ഇഫ് ഐ എം ഹയറിങ് സം വൺ ഐ വിൽ ലുക്ക് അറ്റ് പീപ്പിൾ ഹു ആർ ഫെയിൽഡ് ഇൻ സ്റ്റാർട്ടപ്സ്. ബിക്കോസ് അവർക്ക് ആ ഫെയിലറിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് ഇല്ലേ, അത് നമ്മൾ കോളേജിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രി പോയാലോ കിട്ടൂല. സോ തിങ് ഈസ് ദാറ്റ് ഐ തിങ്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഈസ് ദർ. സോ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇങ്ങനെ ഒരു ഫെയിലർ വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ സീറോ സം ഗെയിം. ഒരു കാര്യം കൂടെ, ഈ എഞ്ചിനീയറിംഗ് പഠിച്ച എത്ര പേർക്ക് പ്ലേസ്മെന്റ് കിട്ടുന്നുണ്ട്, എത്ര പേർക്ക് പ്രാക്ടിക്കൽ നോളജ് ഉണ്ട്? ഇഫ് യു ട്രൈ ടു ഡു സംതിങ് ഹാൻഡ്സ് ഓൺ, അതിൽ നിന്ന് അത് ഇവൻ ദോ ഇറ്റ്സ് ഫെയിൽ, നിങ്ങൾക്ക് ചാൻസസ് ഓഫ് ഗെറ്റിംഗ് സം ബിഗർ ജോബ് ഈസ് മച്ച് ഹയർ. അതും ഒന്ന് പേരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ദാറ്റ് വുഡ് ബി റിയലി ഗുഡ്. ഓൾസോ ദ ഗ്രാൻഡ് മണി വിച്ച് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്, ദ സെൻട്രൽ ഗവൺമെൻറ്, അതൊക്കെ ഒരു റിസ്ക് ഫാക്ടറിനെ കുറയ്ക്കുന്ന ഘടകങ്ങളാണ്. താങ്ക് യു. എനിക്ക് തോന്നുന്നു ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് എടുക്കാം. കുറേ ഹാൻഡ്സ് ഞാൻ കണ്ടിരുന്നു. മൈക്ക് എവിടെയുള്ളത്? ഓക്കെ. ഹലോ, എൻ്റെ പേര് ജലീൽ എന്നാണ്. ഞാൻ 10 വർഷത്തിലേറെ ദുബായിലുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു ചെറിയൊരു സജഷനാണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ NRI മണി വരുന്നത് കേരളത്തിലാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ NRI മണി വരുന്ന ഒരു ജില്ല മലപ്പുറം ജില്ലയാണെന്ന് ഞാൻ കരുതുന്നു. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ NRI മണി ഉപയോഗിച്ചിട്ട് ഇതുപോലുള്ള സ്റ്റാർട്ടപ്പ് ഫണ്ടുകളിൽ നിക്ഷേപിക്കാനുള്ള ഒരു സഹകരണം സർക്കാരിന് തുടങ്ങിക്കൂടെ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം എനിക്കിതുപോലെ അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ ദുബായിലായിരിക്കുമ്പോൾ അവിടെ ഒരുപാട് എക്സിബിഷൻ, ഏകദേശം ഒരു 7 വർഷത്തിലേറെ അവിടെയുള്ള എക്സിബിഷനുകളെല്ലാം അറ്റൻഡ് ചെയ്യാറുണ്ട്. അന്ന് ഒരുപാട് ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫണ്ടിങ്ങിനെ കുറിച്ച് ആരോടും ചോദിക്കുകയാണെങ്കിൽ 1 ലക്ഷം ഇട്ടാൽ എത്ര ശതമാനം പ്രോഫിറ്റ് തരാൻ കഴിയും എന്നുള്ള ചോദ്യമായിരുന്നു ആദ്യം വന്നിരുന്നത്. അപ്പോൾ സർക്കാരിന് ഇതിൽ എന്തെങ്കിലും ചെയ്യാനുള്ളൊരു നടപടി ഇതിൽ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ.
എനിക്ക് തോന്നുന്നു ഇതിന് സജി സാറിന് ഒരു കമ്മീഷനൊക്കെ ഫോം ചെയ്തിട്ട് ROI എത്ര കിട്ടും, റിസ്ക് ഇൻഡെക്സ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഒരു മ്യൂച്വൽ ഫണ്ടൊക്കെ പോലെ ഒരു പോർട്ട്ഫോളിയോ പ്രോബബ്ലി സ്റ്റാർട്ടപ്സിലും ഇവർക്ക് ചെയ്യാൻ പറ്റും. വളരെ ടെക് ലൈറ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ്. ഞാൻ ജനറലി പറയാം, ലോകത്തിൽ ഏത് ഇൻവെസ്റ്റ്മെൻറ്റും റിസ്ക്കിയാണ്. നമ്മളിപ്പം ബാങ്കിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപ മാത്രമേ മറ്റേ നമ്മളതിന് ഫൈൻ പ്രിന്റ് നോക്കിയാൽ കവർ ചെയ്യുള്ളൂ. അപ്പോൾ 1.5 ലക്ഷത്തിൻ്റെ മേലെ ബാങ്ക് പൊളിഞ്ഞാൽ നിങ്ങൾ പാസ് പോകും. ഓക്കെ, സോ ദിസ് ഇസ് എ തിങ്. ഇപ്പം നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇഫ് യു ലുക്ക് അറ്റ് ദ റിസ്ക് വേഴ്സസ് റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, നിങ്ങൾക്കെല്ലാം അറിയാം, ഇത് ടിപ്പിക്കൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പം അതിൻ്റേതായ പ്ലസും മൈനസും ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ഗോൾഡ്. അപ്പം പിന്നെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം സ്റ്റോക്ക്, മ്യൂച്വൽ ഫണ്ട്സ് സ്റ്റോക്ക്. അപ്പം മ്യൂച്വൽ ഫണ്ട് ആകുമ്പോൾ പറഞ്ഞാൽ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇപ്പം പറയാന്ന് പറഞ്ഞാൽ ആവറേജ് പ്രോബ്ലി ഒരു 10 to 12% എടുക്കുക. പിന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് സ്റ്റോക്ക് കിട്ടുന്നതാണെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ ഐ ആം പുട്ടിങ് ദിസ് തിങ് ഒരു 15% കിട്ടും. സ്റ്റാർട്ടപ്പിൻ്റെ എന്താന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇഫ് യു ഹാവ് എ ഗുഡ് പോർട്ട്ഫോളിയോ യു ക്യാൻ ഗെറ്റ് ഓൾമോസ്റ്റ് അറൌണ്ട് 30% ആനുവലൈസ് റേറ്റ് ഓഫ് റിട്ടേൺ. ഇത് ഞാൻ പറയുന്ന കണക്കല്ല, ഇത് ഇന്ത്യൻ ഏഞ്ചൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏഞ്ചൽ കമ്മ്യൂണിറ്റി ഉണ്ട്. അവർ ഒരു 1000 സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ആവറേജിൻ്റെ നമ്പറായത്. ഓക്കെ, അപ്പോൾ പിന്നെ അനദർ തിങ് ഇസ് ദാറ്റ് ഗവൺമെൻറ്റിന് ഇതിനകത്ത് റോൾ ഉണ്ടോ? ഇൻ മൈ ഒപ്പീനിയൻ ഐ തിങ്ക് ദാറ്റ് ഗവൺമെൻറ് ഷുഡ് നോട്ട് ഗെറ്റ് ഇൻ ടു ദിസ്. ഓക്കെ, ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനം ഫെസിലിറ്റി ചെയ്യാനല്ലാണ്ട് ഗവൺമെൻറ് ഒരു കമ്പനി ആയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ദാറ്റ് മീൻ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളമാരുടെ ആൾക്കാർ എന്ത് ചെയ്യണം, ഒരു സിസ്റ്റം ഉണ്ടാക്കി എടുത്തിട്ട് ആൻഡ് ദെൻ യു ഹാവ് ടു റൺ ഇറ്റ് വിത്ത് സപ്പോർട്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള അഡ്വക്കസി അതിനെല്ലാം ഗവൺമെൻറ് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇത് നടത്തുന്ന ഉത്തരവാദിത്തം നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ദിസ് ഇസ് മൈ ഒപ്പീനിയൻ. യെസ്, ഐ തിങ്ക് വി ഹാവ് റൺ ഔട്ട് ഓഫ് ടൈം. 10 minutes ഓവർ റൺ ചെയ്തു. എനിവേസ് താങ്ക് യു സോ മച്ച് എല്ലാ പാനലിസ്റ്റിനും പെരിന്തൽമണ്ണക്ക് ഇത്രയും ഇൻഫർമേഷൻ കൊടുത്തതിന് സ്കെയിലപ്പിൻ്റെ സൈഡിൽ നിന്ന് താങ്ക് യു അറിയിക്കുന്നു. Thank you so much. Thanks a lot. It was quite an interesting conversation, quite an interesting discussion. ഉറപ്പായും ഇവിടെ ഇരിക്കുന്ന പലർക്കും പുതിയ ഒരുപാട് അറിവുകൾ കിട്ടിയെന്നറിയാം. So can we kindly give a loud round of applause to these wonderful, the eminent personalities over here. Thank you so much, and may I humbly request you to kindly stay back to accept a gesture of love and appreciation from our side. In the meanwhile, before we proceed on to that, may inform you all that venue to Beacon la Make in India ഒരു സെഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. And the registration is also free. Mr. Hamza Anchumukkilana ആ സെഷൻ ലീഡ് ചെയ്യുന്നത്. It's happening at venue to Beacon, and the session is on Make in India. All right. So with that, let's move forward and express our love and gratitude for conducting such a remarkable session. Let me humbly invite Mr. Tom Joseph, the director of Jain University, to kindly join with us on the stage, please, to hand over a token of love and appreciation to Mr. P.M. Riaz. And ഈ ഒരു സമയത്ത് അദ്ദേഹം പറഞ്ഞ PM റിയാസ് സർ പറഞ്ഞ ഒരു വാക്ക് ഒന്നുകൂടെ എടുത്തു പറഞ്ഞുകൊള്ളട്ടെ. ലക്ക് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി when it is met with preparation, and that is something quite inspirational and quite thought provoking. Luck is an opportunity meeting with preparation. So thank you so much, Mr. Tom Joseph. May I humbly request Mr. PM Riaz to kindly accept a token of love and appreciation from our side. Now may I humbly invite onto the stage Mrs. Ladika Satish from the Mudra Club to kindly hand over a token of respect to Mr. Akshay, the one person who have very smoothly handled this entire discussion. Thank you so much. Thanks a ton. Now may I humbly invite onto the stage Mr. C.K. Majeed from the ScaleUp village to kindly hand over a token of appreciation to Mr. Balagopal sir. May we kindly have Mr. C.K. Majeed join with us, and at this moment ബാലഗോപാൽ സർ പറഞ്ഞ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഐഡിയ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തുകൊള്ളട്ടെ. ലെറ്റ്സ് ടേക്ക് ദി സ്റ്റുഡൻസ് ഫോർ സ്റ്റഡി വിസിറ്റ്സ് ടു ഫാക്ടറീസ് ആൻഡ് കമ്പനീസ് നിയർ ബൈ ആൻഡ് thus help to ignite the ideas. ഉറപ്പായും നമ്മളുടെ MLA അടുത്തുണ്ട്. സോ ഐ റിയലി ഹോപ്പ് ദാറ്റ് സ്കെയിൽ ഓഫ് വില്ലേജിന്റെ നെക്സ്റ്റ് ഒരു ഇനിഷ്യേറ്റീവ് അതായിരിക്കും. ലെറ്റ്സ് ഹോപ്പ് ഫോർ യെസ് ഗോഡ് സ്പീഡ്.
And now let's move forward and invite onto the stage Mr. Mustafa Kuri, the founder of EduRoads, to kindly hand over our gesture of appreciation to Mr. Shilan Sugunan. And Mr. Shilan Sugunan, thank you so much for offering to help in creating an investors network. It is something that is the need of the hour. Thanks a ton. Kindly give a big round of applause to wonderful eminent personalities here. It's my immense pleasure and privilege to be inviting onto the pulpit Mr. Satyajit Rajan IAS to hand over our love and token of love and appreciation to Mr. Dr. Sachi Gopinath. And of course, Dr. Sachi Gopinath parna or point which was very thought-provoking. നമ്മളുടെ പാരൻസിനെ ബ്ലെയിം ചെയ്യുന്നതിന് പകരം ലെറ്റ്സ് കൺവിൻസ് ദം വിത്ത് എക്സാമ്പിൾസ്, കുഞ്ഞു കുഞ്ഞു എക്സാമ്പിൾസിലൂടെ ബിസിനസ് നമുക്ക് സാധിക്കുന്നതാണ് എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം എന്നുള്ള ഒരു വണ്ടർഫുൾ പോയിന്റ് ഷെയർ ചെയ്തതിന് താങ്ക് യു സോ മച്ച്. And now let's move forward and invite the unicorn founder, Mr. Anish Achudan from Open, who is also our ecosystem partner for the ScaleUp 2024, to kindly hand over the token of appreciation to Mr. Ashok Kurian Panjikaran. And it was very wonderful of him to have shared with us. നമ്മുടെ ചുറ്റുമുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യക്ക് പുറത്തുള്ള കേരളത്തിന് പുറത്തുള്ള ആൾക്കാരെ കണ്ട് നമ്മൾ ഇൻസ്പയർഡ് ആകുന്നത് വരും. ലെറ്റ് us start looking around us and see what is happening and get inspired. Thank you so much once again for this imminent discussion. Can we once again give a big round of applause to these wonderful people for having held such a curious, interesting, thought-provoking conversation. വിദ്യാഭ്യാസ മേഖലയ്ക്ക് വളരെ സന്തോഷവും പ്രതീക്ഷകളും നിറഞ്ഞ ഒരു നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് സ്കെയിലപ്പ് 2024 ഈ വേദിയിൽ നാം ഏവരും. വിദ്യാർത്ഥികളുടെ പഠനത്തിനെന്ന പോലെ മാനസികാവസ്ഥയ്ക്കും തുല്യ പ്രാധാന്യം നൽകി ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഇമോടെക് എംബെഡഡ് ലേണിംഗ് സിസ്റ്റം അവതരിപ്പിച്ച എയ്ഫർ എഡ്യൂക്കേഷൻ തങ്ങളുടെ പുതിയ AI സ്റ്റഡി പാർട്ട്ണർ EMOയിലും ഇതേ സിസ്റ്റം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് വലിയൊരു മാറ്റവുമായി വരികയാണ്. സോ ഇവിടെ നമ്മളിപ്പോൾ വിറ്റ്നസ് ചെയ്യാൻ പോകുന്നത് ഈ EMOയുടെ ഒരു AI bot ലോഞ്ചാണ്. For this may I invite onto the stage the CEO of the same, Mr. Anis Puvati, as well as the Honorable MLA Najeeb Kanthapuram sir and Mr. Anish Achudan, the CEO of Open. Can we kindly have all three of you onto the stage, please? May we kindly have the CEO of AFER Education, Mr. Anis Puvati, the Honorable MLA of Perinthalmanna, Sri Najeeb Kanthapuram avargal, and of course our ecosystem partner and the advisory chairperson of the ScaleUp Village, Mr. Anish Achudan. And with that, we are about to witness an AI bot launch. Let's all join together in applauding and showing our appreciations and wishes.
India's first emotive embedded AI study partner, presented by All the very best wishes to the same. ഇന്നലത്തെ നമ്മളുടെ ഒരു പാനൽ ഡിസ്കഷനിൽ റേസ് ചെയ്തിരുന്ന ഒരു പോയിന്റ് ആയിരുന്നു, അതായത് നമുക്ക് എല്ലാവർക്കും ഒരൊറ്റ സിലബസ്, ഒരൊറ്റ എഡ്യൂക്കേഷൻ എന്നതിന് പകരം ഓരോരുത്തർക്കും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള, കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ സാധിക്കണം. അതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ആവശ്യം എന്നുള്ളത്. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് വിൽ ബി മെറ്റ് വിത്ത് യുവർ ന്യൂ ഇനിഷ്യേറ്റീവ്. സോ ഓൾ ദി വെരി ബെസ്റ്റ്, മേക്ക് all the reformations. Thank you so much. Kindly put together your hands for these three wonderful people who have joined here for such a wonderful, such a genuine initiative. Thank you. And now let's move forward. നമ്മൾ ഇന്നലത്തെ നമ്മളുടെ ഡിസ്കഷനിലെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ട ഒരാളാണ്, ഒരു വ്യക്തിയാണ് നമ്മളുടെ കൂടെ ഉള്ളത്. ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജീസിനെ പറ്റി വളരെ ആധികാരികമായി സംസാരിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി. With this we have Mr. Umar Abdussalam from IDAT. So may I humbly invite him over to the stage. We are excited to listen to what you have got to share with us. ഗുഡ് ആഫ്റ്റർനൂൺ. എനിക്കിന്ന് എല്ലാവരും ഭക്ഷണം കഴിച്ചതോ അല്ലെങ്കിൽ കഴിക്കാത്തതായുള്ളതിൻ്റെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. കഴിച്ചവർക്ക് കഴിച്ചതിൻ്റെ ക്ഷീണം, കഴിക്കാത്തവർക്ക് അതിൻ്റെയും ക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് തുടങ്ങാം അല്ലേ? രാവിലെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് സംസാരിക്കാമെന്നാണ് കരുതുന്നത്. രാവിലെ നമ്മുടെ ഇനാഗുറൽ സെഷനിലേക്ക് നേരെ നമ്മൾ പോയപ്പോൾ കുറച്ചൊരു ഷോർട്ട് നോട്ടീസിൽ നിർത്തേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ സംസാരിച്ച് തുടങ്ങിയത് എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലേക്ക് എത്തിയത് എന്നുള്ളതും അതിൻ്റെ പിറകിലുണ്ടായിട്ടുള്ള ഒരു കോൺഷ്യസ് എഫേർട്ടല്ല, പകരം ആക്സിഡൻ്റലായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് എത്തിയതിനെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ അതിൻ്റെ കൂടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലോകത്ത് 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാരണത്താൽ നമ്മൾ മാറ്റത്തെ എംബ്രേസ് ചെയ്യണം. അത് എങ്ങനെ ചെയ്യണം, നമുക്ക് എന്തെല്ലാം ഇതിൽ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു ചിന്തയിൽ നിന്നും 100K മലപ്പുറം കോഡേഴ്സ് എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ടായി. ആ പ്രോഗ്രാം മലപ്പുറം ജില്ലയിലെ 100,000 കുട്ടികൾക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ പ്രോഗ്രാം ചെയ്തത്. ഏകദേശം എനിക്ക് തോന്നുന്നു 65,000-ന് മുകളിൽ കുട്ടികളിൽ ആ പ്രോഗ്രാം സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും കഴിഞ്ഞ വർഷം അതിൻ്റെ ഒരു ഗ്രാജുവേഷൻ പ്രോഗ്രാം എല്ലാം ഒരു വലിയ രീതിയിൽ മലപ്പുറത്ത് വെച്ച് ചെയ്യുകയും ശശി തരൂർ സാറെല്ലാം വരികയും ചെയ്തിട്ടുള്ളൊരു ഇവൻ്റൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാമിനെ പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരിച്ച വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ആദ്യഘട്ടത്തിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. പിന്നീട് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഈ മേഖലയിൽ കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ മേഖലയിൽ കൂടുതൽ കണ്ടൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനെല്ലാം തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലുള്ള നിങ്ങൾ എന്നെ കാണുന്നതും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിലെ ഒരു നീഷ് സെഗ്മെൻറ്റിലാണ് ഞാൻ കണ്ടൻറ്റ് ചെയ്യാറുള്ളത്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ, ഇതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ പൊതുവിൽ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരുപാട് ആങ്സൈറ്റി ഉണ്ടാവും. അതായത് എനിത്തിങ് നമ്മൾ പരിചയിച്ചതെന്നുള്ള ഒരു മാറ്റം നമുക്ക് സ്വീകരിക്കാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ മാറ്റത്തെ നമ്മൾ ചെറുത്ത് തോൽപ്പിക്കുന്ന ആൾക്കാരല്ല, അത് മാറിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതല്ല, പകരം മാറ്റത്തെ നമ്മൾ എത്രമാത്രം മാറ്റി നിർത്താൻ കഴിയുമോ അതിന് ശ്രമിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഈ 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു ചോയ്സ് ആക്ച്വലി ഇല്ല. മാറുക എന്നുള്ളതല്ലാത്തൊരു ചോയ്സ് നമ്മുടെ മുൻപിലില്ല. അപ്പോൾ അതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പൊതുവിൽ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നത്തെ ഞാനിത് രാവിലെ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ടാണ് പറയുന്നത്, അതുകൊണ്ട് ചെറിയൊരു ലാഗ് ഉണ്ടാവും രാവിലെ ഇല്ലാത്ത ആൾക്കാർക്ക്. അപ്പോൾ അങ്ങനെ ഒരു ഇൻറ്റൻഷനിൽ സോഷ്യൽ മീഡിയയിലേക്ക് വന്നു, ആ മേഖലയിൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ പ്രൊഫഷനായിട്ടുള്ളത്, എനിക്കൊരു എഡ്ടെക് കമ്പനിയുണ്ട്, ടെക്നോളജി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഇഡാപ്റ്റ് എന്നുള്ള ഒരു കമ്പനിയുണ്ട്. ഇഡാപ്റ്റ് 6 വർഷമായി സ്ഥാപിച്ചിട്ട് പ്രധാനമായിട്ടും ചെയ്യുന്നത് ഈ ടെക്നോളജി സ്പേസിൽ നമ്മുടെ സ്കൂളുകളിലൊക്കെ, സ്കൂളിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാ സ്കൂളുകളും ഇപ്പോൾ AI-നെ എംബ്രേസ് ചെയ്യാണ്. AI-നെ എംബ്രേസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തമാശയാണ്. ബുക്ക് പബ്ലിഷേഴ്സിനോട് ചോദിക്കുന്നത് പുസ്തകത്തിൻ്റെ ചട്ടയിൽ AI എന്നുണ്ടായാൽ മതി, എന്നാൽ രക്ഷിതാക്കൾ വാങ്ങിക്കോളൂ എന്നുള്ള രീതിയിലുള്ള ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്.
അതായത് AI വേണം, എല്ലാം പഠിപ്പിക്കണം, എന്നാലും അതൊരു 100 രൂപയ്ക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. ലൈക്ക് അപ്പോൾ 100 രൂപയ്ക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണ്ടി വരും? സ്ഥിരമായിട്ട് സ്കൂളിൽ കൊടുക്കുന്ന പുസ്തകത്തിൻ്റെ ചട്ടയിൽ AI എന്ന് വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്തിടാൻ പറ്റും, അല്ലാതെ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ലൈക്ക് ഒരുപാട് ഗിമ്മിക്കുകൾ ഇന്ന് നടക്കുന്നുണ്ട്. പക്ഷേ ടു സം എക്സ്റ്റെൻറ്റ് മാർക്കറ്റിൽ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടുള്ള, പലപ്പോഴും കുട്ടികൾക്ക് വേണ്ടുന്ന, പാരൻസിന് വേണ്ടുന്ന ഡിസിഷൻ എടുക്കുന്ന മാനേജ്മെൻറ്റുകളെ ഇൻഫ്ലുവൻസ് ചെയ്ത് അവിടെ ടെക്നോളജി എഡ്യൂക്കേഷൻ്റെ സാധ്യതയും മറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇഡാപ്റ്റ്. പുറമെ ടെക്നോളജി ലീഡർഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാമിംഗ് മേഖലയിലൊക്കെ കരിയർ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഷോർട്ട് ടേമിലേക്ക്, ഞാൻ അങ്ങനെ പറയാറുണ്ട്, കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 30-40 കൊല്ലത്തെ കരിയറൊന്നും ആരും എക്സ്പെക്ട് ചെയ്യരുത്. ഈവൻ പ്രോഗ്രാമിംഗ് എന്നുള്ള സ്കില്ല് പോലും ഒരു പക്ഷേ അമച്വർ പ്രോഗ്രാമേഴ്സിന് അല്ലെങ്കിൽ എൻട്രി ലെവൽ പ്രോഗ്രാമേഴ്സിന്, ആവറേജ് പ്രോഗ്രാമേഴ്സിന് ഒരു 2-3 വർഷത്തിനപ്പുറത്തേക്ക് അതിലൊരു കരിയർ കണ്ടെത്തുക എന്നുള്ളത് പ്രയാസമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു മേഖലയിൽ നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ഇനി അത് കൂടാണ്ട് ChatGPT പോലെയുള്ള പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ടൂളുകളെ പരിചയപ്പെടുത്തുന്ന, അത്തരം ടൂളുകളുടെ ബെസ്റ്റ് യൂസ് കേസുകൾ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഗ്രാമുകളുണ്ട്. അങ്ങനെ ബേസിക്കലി ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന പുതിയ സാങ്കേതിക വിദ്യകൾക്ക് കൂടെ ആളുകളെ അഡാപ്റ്റ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഇഡാപ്റ്റ് എന്നുള്ള സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു നല്ല ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. എപ്പോഴും ടെക്നോളജി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ ലൈക്ക് അതുകൊണ്ട് ആ കൂട്ടത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് ഞാനും അപ്ഡേറ്റഡ് ആവുന്നുണ്ട്. എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുള്ളത് എങ്ങനെയാണ് എപ്പോഴും ഈ പുതിയ കാര്യങ്ങളെ അറിയാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴും ഇതെങ്ങനെയാണ് കാണാൻ ശ്രമിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിനൊരു തമാശ രൂപത്തിലൊരു മറുപടി എല്ലാവരോടും പറയാറുള്ളൊരു മറുപടി ഉണ്ട്. നമ്മളൊരു പെർട്ടിക്കുലർ വണ്ടി എടുക്കണമെന്ന് തീരുമാനിച്ചാൽ നമ്മൾ ഇന്ന വണ്ടി വേണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ട് പിന്നെ റോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ വണ്ടി ഒരുപാട് എണ്ണം കാണും. നമ്മൾ വിചാരിക്കും നാട്ടിൽ എല്ലാവർക്കും ഇപ്പോൾ ഈ വണ്ടിയോട് ഇത്ര ഇഷ്ടമായോ എന്നുള്ളത് ചോദിക്കും. ലൈക്ക് അങ്ങനെ ഒരു തിങ്കിങ് നമുക്ക് വരും. ഇതിൻ്റെ ആക്ച്വൽ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പാറ്റേണുകൾ നമുക്ക് മുൻപിൽ ദിനംപ്രതി നടക്കുന്നുണ്ട്. പക്ഷേ ഏതിലാണോ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത് അതിൽ നിന്ന് നമുക്ക് കൂടുതൽ ഇൻസൈറ്റുകൾ കിട്ടാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഈ ഫ്യൂച്ചർ ടെക്നോളജികളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ള ഒരു തോന്നലുണ്ടായത് ലോകത്തൊരു ഡിമോണറ്റൈസേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു അവയർനെസ് എന്നാണ്. എന്തുകൊണ്ട് ഫ്യൂച്ചർ ടെക്നോളജികളിൽ ഫോക്കസ് വന്നു എന്നുള്ളതാട്ടോ പറയുന്നത്. ഡിമോണറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ബേസിക് സർവീസുകൾ നോക്കുക. ദിനം പ്രതി ഇപ്പോൾ ബേസിക് സർവീസുകളുടെ ഡെഫിനിഷൻ വലുതായിക്കൊണ്ടിരിക്കുക. പക്ഷേ സ്റ്റിൽ ഒരു ബേസിക് അസംഷൻ എന്ന് പറയാം, എൻ്റർടൈൻമെൻറ്റ് ഈസ് ഫ്രീ, അല്ലെങ്കിൽ നിയർ സീറോ കോസ്റ്റിൽ ഇന്ന് എല്ലാവർക്കും എൻ്റർടൈൻമെൻറ്റ് ഉണ്ട്. പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നിയർ സീറോ കോസ്റ്റിൽ എഡ്യൂക്കേഷൻ അവൈലബിൾ ആണ്. ട്രാൻസ്പോർട്ടേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് റാഡിക്കലായിട്ടുള്ള കോസ്റ്റ് ഡ്രോപ്പ് ഉണ്ടായിട്ടുണ്ട്. കോസ്റ്റ് ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് പെട്രോളിൻ്റെ വില ഇന്നലത്തേക്കാൾ ഇന്ന് കൂടിയിട്ടുണ്ടല്ലോ, വണ്ടിൻ്റെ വില കൂടിയിട്ടുണ്ടല്ലോ എന്നൊക്കെ ആയിരിക്കും ജനറലി തിങ്ക് ചെയ്യുക. പക്ഷേ നമുക്കതിനെ ഇൻകം സ്കെയിലിൽ തിങ്ക് ചെയ്യാം. അതായത് ഒരു ദിവസത്തെ വേതനം കൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ഒരു 100 വർഷം മുൻപ് ജീവിച്ചിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഒരു ദിവസത്തെ ശമ്പളം കൊണ്ടോ അല്ലെങ്കിൽ വരുമാനം കൊണ്ടോ അയാൾക്ക് ചെയ്യാൻ കഴിയുമായിരുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളുടെ തോത് നമ്മൾ ഇന്നത്തെ അവസ്ഥയിലേക്ക് വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മളെ ജീവിതത്തിൽ ഒരുപാട് പുതിയ സൗകര്യങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. ഇത് ചരിത്രത്തിൽ ഇന്ന് വരേക്കും ഒരു ജനറേഷനും അനുഭവിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. ലോകത്ത് ഈ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ടായിട്ട് ആകെ 250 കൊല്ലമായിട്ടുള്ളൂ. പക്ഷേ മനുഷ്യന്മാർ ജീവിക്കാൻ തുടങ്ങിയിട്ട് 10,000-കണക്കിന് വർഷമായി എന്ന് പറയുമ്പോഴും ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, അഗ്രികൾച്ചർ അല്ലാത്ത ഒരു മേജർ ഓക്കുപ്പേഷൻ ഉണ്ടായിട്ട് 250 കൊല്ലമായിട്ടുള്ളൂ. അതിന് ശേഷം ഉണ്ടായിട്ടുള്ള കഴിഞ്ഞ 250 കൊല്ലത്തിനകത്ത് എന്തൊക്കെ നടന്നു എന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള ടെക്നോളജികൾ ഫ്ലഡിൽ വെള്ളം കയറുന്ന പോലെ ഇപ്പോൾ താഴ്ന്ന നിലങ്ങളെ മുഴുവൻ കീഴടക്കി മുതിർന്ന നിലങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 തരത്തിലുള്ള ജോലികൾ മനുഷ്യൻ ചെയ്യും. ഒന്ന് നമ്മുടെ ഫിസിക്കൽ എബിലിറ്റി ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികൾ, രണ്ടാമത്തേത് നമ്മുടെ കോഗ്നിറ്റീവ് എബിലിറ്റി ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികൾ. ഈ ഫിസിക്കൽ ജോലികളുടെ ഒരു നേച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിസിക്കൽ ജോലികൾക്ക് പൊതുവിൽ നമ്മൾ ദിവസക്കൂലി എന്ന് പറയും, അല്ലെങ്കിൽ 1000 രൂപയും ഫുഡും, അതൊക്കെയാണ് ഇന്ന് ഒരു ആവറേജ് ഒരു ബോഡി വെച്ച് നമ്മൾ ചെയ്യുന്ന ജോലികളുടെ ഒരു സ്കെയില്. നമുക്ക് എത്ര തന്നെ മസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 ആളെ പണിയൊന്നും എടുക്കാൻ പറ്റില്ല. ഒരു 2 ആളുടെ പണി അല്ലെങ്കിൽ 3 ആളുടെ പണിയൊക്കെ മാത്രമേ നമുക്ക് പരമാവധി ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. പക്ഷേ കോഗ്നിറ്റീവ് ലേബറിൻ്റെ കാര്യം അങ്ങനെയല്ല. കോഗ്നിറ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ ആളുകൾക്കിടയിൽ വലിയ അന്തരം ഉണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് പറയാറുണ്ട്, സുന്ദർ പിച്ചയുടെ സാലറി 2000 കോടിയാണ് കൊല്ലത്തിൽ. ഗൂഗിളിലെ എൻട്രി ലെവൽ എഞ്ചിനീയറുടെ ശമ്പളം ബാംഗ്ലൂരാണെങ്കിൽ 10 ലക്ഷം ആയിരിക്കും, US-ലാണെങ്കിൽ 50 ലക്ഷം ആയിരിക്കും. അപ്പോൾ വലിയ ഒരു അന്തരമുണ്ട്. അപ്പോൾ ഈ അന്തരം എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ലൈക്ക് അതിന് മറ്റൊരുപാട് റീസൺസ് ഉണ്ടാവും. പക്ഷേ ദ തിങ് ഈസ് കോഗ്നേറ്റീവ് ലേബറിൻ്റെ ഒരു സാലറി സ്കെയില് ഒരുപാട് മാറും. മറ്റേതിപ്പോൾ എത്ര പരിചയസമ്പന്നമായ തേപ്പുകാരനാണെങ്കിലും അല്ലെങ്കിൽ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിലും അയാൾക്ക് നമ്മൾ ₹1,00,000 സാലറി കൊടുക്കില്ല. ഒരു എൻട്രി ലെവൽ തേപ്പുകാരനേക്കാൾ ഒരു 200-300 രൂപ മേലെ കൊടുക്കും, അല്ലെങ്കിൽ ആ ലെവലിലേക്ക് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ തരത്തിൽ നമ്മളുടെ ഈ 2 തരത്തിലുള്ള പണികളെയും ഇന്ന് ഒരു പരിധി വരേക്കും യന്ത്രങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് ലോക സാഹചര്യം മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ടെസ്ലയുടെ ഒപ്റ്റിമസ് റോബോട്ടുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹ്യൂജ് ആയിട്ട് യോഗ ചെയ്യുന്ന റോബോട്ട്, യോഗ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി ആണ് എന്നുണ്ടെങ്കിൽ ടെസ്ലയുടെ റോബോട്ടുകൾ ഫ്ലെക്സിബിലിറ്റി ഷോക്കേസ് ചെയ്യുന്നുണ്ട്. ബോസ്റ്റൺ ഡൈനാമിക്സിൻ്റെ റോബോട്ടുകൾ അതേ സംഭവം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇവൻ റീസെൻ്റ്ലി ഞാൻ ഗൂഗിളിൻ്റെ മൊബൈൽ അലോഹ എന്നുള്ള ഒരു പ്രോജക്റ്റ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് ചെയ്തിട്ടുള്ള പ്രോജക്റ്റിനെ കുറിച്ച് കാണിച്ചിട്ടുണ്ട്. ഒരുവിധം ഹൗസ് കീപ്പിങ്ങിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന റോബോട്ടുകൾ. അപ്പോൾ ഒരു പക്ഷേ മനുഷ്യൻ്റെ ഫിസിക്കൽ എബിലിറ്റി ഉപയോഗിച്ച് ചെയ്തിരുന്ന ജോലികളെ റീപ്ലേസ് ചെയ്യാൻ കഴിയുന്ന യന്ത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ലേബറിനെ റീപ്ലേസ് ചെയ്യുന്ന AI പോലെയുള്ള ടെക്നോളജികൾ വരുന്നു. അപ്പോൾ ഇത്തരം മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ എത്രമാത്രം നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ പ്രാപ്തമാണ്, നമ്മുടെ സോഷ്യൽ എൻവയോൺമെൻറ്റ് എത്രമാത്രം ഇതിന് പ്രാപ്തമാണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നിത്താക്കാത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഷയം മുൻപ് ചർച്ച ചെയ്തപ്പോൾ അന്ന് ടെക്നോളജി റീപ്ലേസ്മെൻ്റ് ഒന്നുമല്ല, ഒരു നാച്ചുറലൈസേഷൻ എന്നുള്ള ആ ഒരു ചർച്ച വന്നപ്പോൾ തന്നെ എത്രമാത്രം മലബാറിലുള്ള ഒരു ഷോപ്പുകളിലും മറ്റുമൊക്കെ സെയിലും മറ്റുമൊക്കെ ഡ്രോപ്പായി എന്നുള്ളത് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് സൈലൻ്റ് ആയിട്ട് നമ്മുടെ എക്കോസിസ്റ്റത്തെ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെ കില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ടെക്നോളജി റെവല്യൂഷൻ, അല്ലെങ്കിൽ നമ്മൾ മലബാർ എന്തിലാണോ സസ്റ്റെയിൻ ചെയ്യുന്നത്, ഓയിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള എക്കണോമിയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ഫോറിൻ റവന്യൂലാണ് എന്നുണ്ടെങ്കിൽ അതിന് ഇനി എത്ര കാലം 10 years ഡൗൺ ദ ലൈൻ മലബാറിൻ്റെ റവന്യൂ എവിടെ നിന്ന് വരണം, ലൈക്ക് ഈ രീതിയിലൊക്കെ ചിന്തിക്കുക എന്നുള്ളത് ലോങ് ടേം തിങ്കിങ് ആണ്. നമ്മൾ പലപ്പോഴും ഷോർട്ട് ടേമിലുള്ള പ്രോബ്ലംസിൽ വഴിമുട്ടി നിൽക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ ഈ ലോങ് ടേം തിങ്കിങ് നമുക്ക് വരില്ല. പക്ഷേ ഇത് പോളിസി മേക്കേഴ്സ് ആണെങ്കിലും ഇവൻ ഇൻഡിവിജ്വൽ പേഴ്സ്പെക്റ്റീവിൽ എൻ്റെ കരിയർ 10 കൊല്ലം കഴിഞ്ഞാൽ എന്താകുമെന്ന് ചിന്തിച്ചാൽ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് മനസ്സിലാവും. അപ്പോൾ ഈ ഗ്യാപ്പിനെ പ്ലഗ് ചെയ്യുക. ഇത് ആരും അത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല, ബട്ട് ദോസ് ആർ ലുക്കിംഗ്, അല്ലെങ്കിൽ ഇതിൽ ശ്രദ്ധിക്കാൻ കഴിയുന്ന ആൾക്കാർക്ക് ഈ മാറ്റം ഭയങ്കരമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനത്തെ അവയർനെസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ഈ കണ്ടന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും സംഭവിക്കാറുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഒരുപാട് ബയാസുകളുണ്ടാവും. ഇപ്പം ഞാനായാലും നിങ്ങളായാലും ഒക്കെ എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ നിന്നും അല്ലെങ്കിൽ ഞാൻ പഠിച്ചതിൽ നിന്നും ഞാൻ ഇൻട്രാക്ട് ചെയ്ത ആൾക്കാരിൽ നിന്നൊക്കെ ഉള്ള വീക്ഷണത്തിൽ നിന്നാണ് എൻ്റെ ലോകവീക്ഷണം ഉണ്ടാവുക. നിങ്ങളുടെയും ലോകവീക്ഷണം ഇതുപോലെ നിങ്ങൾ കണ്ട ലോകം, നിങ്ങളുടെ എക്സ്പീരിയൻസ് അതെന്നായിരിക്കും. അപ്പോൾ ഇതിൽ ഒരുപാട് വേരിയേഷൻസ് ഉണ്ടാവും ഇത്തരം കാര്യങ്ങളെ പെർസീവ് ചെയ്യുന്നതിലും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതിലൊക്കെ. പക്ഷേ എനിക്കൊരു കാര്യം ജനറലായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജി റെവല്യൂഷൻ നമ്മൾ ഇന്ന് വരെ കാണാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. റീസെൻ്റ്ലി മൈക്രോസോഫ്റ്റിൻ്റെ വർക്ക് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഫ്യൂച്ചർ ഓഫ് ജോബ്സിൻ്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പല വേൾഡ് ഓർഗനൈസേഷൻസും ഈ ജോബ് ഡിസ്റപ്ഷൻസിലും മറ്റുമൊക്കെ ഇത്തരം ടെക്നോളജികളുടെ ഇമ്പാക്റ്റിനെ അവർ ഇങ്ങനെ പറയുമല്ലോ, 2050 ആകുമ്പോഴേക്ക് ഇത് സംഭവിക്കും, 2040 ആകുമ്പോഴേക്ക് ഇത് സംഭവിക്കും എന്ന് പറയുന്നുണ്ടല്ലോ. അതിൻ്റെ ടൈം കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് 2040 സംഭവിക്കുമെന്ന് പറഞ്ഞ പല കാര്യങ്ങളും 2030 മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ബിക്കോസ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന പ്രധാന ഡെവലപ്മെൻറ്റുകൾ. കാരണം എന്താണെന്ന് വെച്ചാൽ AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് നമുക്കിങ്ങനെ മനസ്സിലാക്കാം, ഒരു സൂപ്പർ ജെറ്റ് എൻജിൻ കണ്ടുപിടിച്ച പോലെ മനസ്സിലാക്കാം. അതിന് ചുറ്റും ഒരു വിമാനം ആർക്ക് വേണമെങ്കിലും ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ മേലെ ഒരു റോക്കറ്റ് ബിൽഡ് ചെയ്യുക, വാട്ട് എവർ. അത് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു എൻജിൻ ഇന്ന് ബിൽഡ് ആയിട്ടുണ്ട്. ആൻഡ് ആ എൻജിൻ്റെ പ്രത്യേകത അത് ദിനം പ്രതി അതിൻ്റെ ശേഷി വലുതാക്കിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അത്രയും വലിയ ഒരു എൻജിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടുന്ന ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് മണി ഇൻവെസ്റ്റ് ചെയ്യുന്നത് വലിയ കോർപ്പറേറ്റുകളാണ്. അല്ലെങ്കിൽ അവർക്ക് മാത്രമേ ഇന്ന് ആ സ്കെയിലിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. ആൻഡ് എന്തായിരിക്കും ഇതിൻ്റെ ഫ്യൂച്ചർ ഇമ്പാക്റ്റ് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഒരു ബിഗ് 9 എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്, നിങ്ങൾക്കൊക്കെ വായിക്കുക. അതായത് ലോകം 9 കമ്പനികൾ ഭരിക്കുമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഞാൻ വേറൊരു പുസ്തകം വായിച്ചിട്ടുണ്ട്, ലൈഫ് 3.0 എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകം. ഈ 2 പുസ്തകവും റിലേറ്റബിൾ ആണ്. അതിൽ ഒന്ന് പറയുന്നത് ലോകത്തെ 9 കോർപ്പറേറ്റുകൾ ഭരിക്കുമെന്നാണ്. മീൻസ് ഗവൺമെൻറ്റുകൾ പോലും അല്ല, കോർപ്പറേറ്റുകൾ ഭരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ സ്പേസിലേക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് കൊടുക്കുന്നത് നാസയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ്റോ അല്ല, സ്പേസ് എക്സ് ആണ്. അത് ഇലോൺ മസ്കിൻ്റെ കൺട്രോളിലാണ്, ഒരു ഇൻഡിവിജ്വലിൻ്റെ കൺട്രോളിലാണ്. അപ്പോൾ സ്പേസിൻ്റെ ഓണർഷിപ്പ് ആർക്കാന്നുള്ള ചോദ്യമുണ്ട്. കാരണം ഇതുവരേക്കും ആരും അക്വയർ ചെയ്യാത്ത ടെറിട്ടറിയാണ്. അപ്പോൾ അത് ഒരു ഭാഗത്ത്. രണ്ടാമത്തത് ലൈഫ് 3.0 2017 ഇറങ്ങിയ പുസ്തകമാണ്. അപ്പോൾ ആ പുസ്തകത്തിൽ
ഒരു സിനാരിയോ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതായത് ഒരു കമ്പനി, ഒരു പെർട്ടിക്കുലർ കമ്പനി, ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു കമ്പനി, അവരൊരു AI കണ്ടുപിടിക്കുകയാണ്. അത് AGI ആണ്, ബേസിക്കലി ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ ആ AGI എന്ത് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഒരു മീഡിയ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി. ഇന്ത്യയിൽ ഓഫീസ് തുടങ്ങി, ഇന്തോനേഷ്യയിൽ തുടങ്ങി, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഓഫീസ് തുടങ്ങി. എന്നിട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്തു, എല്ലാ ഭാഗത്തും കണ്ടന്റ് പ്രൊഡ്യൂസേഴ്സിനെയും മറ്റുള്ളവരൊക്കെ റിക്രൂട്ട് ചെയ്തു. എന്നിട്ട് ആക്ച്വലി ഈ കമ്പനി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ AI തന്നെ കണ്ടന്റ് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം ആൾക്കാരുടെ മുഴുവൻ ഡാറ്റ ഇവരുടെ അടുത്തുണ്ട്. അപ്പം ഞാൻ എന്ത് ടൈപ്പ് ഓഫ് കണ്ടന്റ് കണ്ടാലാണ് ഇഷ്ടപ്പെടുക എന്നുള്ളതിൻ്റെ ആ ഡാറ്റ ആൾറെഡി അവരുടെ അടുത്തുണ്ട്. അപ്പോൾ എന്നെ സുഖിപ്പിക്കുന്ന തരത്തിലുള്ള കണ്ടന്റുകൾ എനിക്ക് കാണിച്ചു തരുന്നു, അല്ലെങ്കിൽ എൻ്റെ പൊളിറ്റിക്കൽ ഒപ്പീനിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള കണ്ടന്റ് എനിക്ക് കാണിച്ചു തരുന്നു. അങ്ങനെ ഇത്തരത്തിൽ ലോകത്തുള്ള ഓരോരുത്തർക്കും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റുകൾ അവർ ഓഫർ ചെയ്യുന്നു. അതുവഴി അവരുടെ അഭിപ്രായങ്ങളെ മാനുഫാക്ചർ ചെയ്യുന്നു. അങ്ങനെ വേണം പറയാം, കുറച്ചും കൂടെ ഒരു ബെറ്റർ ടേം മാനുഫാക്ചർ ചെയ്യുക. അതായത് നമുക്ക് ആവശ്യമുള്ള അഭിപ്രായത്തിലേക്ക് ആളുകളുടെ ജനസമ്മതിയെ രൂപീകരിച്ചെടുക്കുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കമ്പനി, ഈ കമ്പനിയിലുള്ള സ്റ്റാഫുകൾ വിചാരിക്കുന്നത്, ഇപ്പോൾ അമേരിക്കയിലുള്ള സ്റ്റാഫ് വിചാരിക്കുകയാണ് ഈ കണ്ടന്റിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് ഇന്ത്യയിലാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള സ്റ്റാഫ് വിചാരിക്കേണ്ടത് ലോകത്ത് വേറെ ഏതോ രാജ്യത്താണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറേ ഡമ്മി ആയിട്ട് കുറേ മനുഷ്യന്മാരെ ഹയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ബാക്ക് എൻഡിൽ AI ആണ് ഈ കണ്ടന്റ് ജനറേറ്റ് ചെയ്യുന്നതും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇതൊരു തമാശ രൂപത്തിൽ ഞാനത് വായിച്ചപ്പോൾ എങ്ങനെയാ അപ്പോൾ മീഡിയ ഒക്കെ ജനറേറ്റ് ചെയ്യുക, കാരണം വീഡിയോ ഷൂട്ട് ചെയ്യണ്ടേ, എഡിറ്റ് ചെയ്യണ്ടേ, സംവിധായകൻ വേണ്ടേ, ബാക്കിയുള്ളത് വേണ്ടേ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്കറിയാം, ഒരു 1.5 വർഷം മുൻപേ ChatGPT വന്നു, ജനറേറ്റീവ് AI എന്നുള്ള ഒരു എൻറ്റയർ സെഗ്മെൻറ്റ് വന്നു. ഇന്ന് കഴിഞ്ഞ ദിവസം, എനിക്കൊന്ന് ഇന്നലാന്ന് തോന്നുന്നുണ്ട്, ഗൂഗിളിൻ്റെ Imagen 2 എന്ന് പറഞ്ഞിട്ടൊരു ടെക്നോളജി വന്നിട്ടുണ്ട്. ഇമേജ് ജനറേഷനാണ്, ടെക്സ്റ്റ് ടു ഇമേജ് ആണ്, ബാർഡിൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് വീഡിയോ ജനറേഷൻ ടൂളുകൾ സ്റ്റേബിൾ ഡിഫ്യൂഷൻ പോലെയുള്ള കമ്പനികൾ ആൾറെഡി തരുന്നുണ്ട്. 2024 എൻഡ് ആകുമ്പോഴേക്കും ഒരു ഹോളിവുഡ് മൂവി, ഒരു 90 മിനിറ്റുള്ള മൂവി ഒരു ലാപ്ടോപ്പിൽ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് മാറുമെന്ന് പറയുന്നു. ഞാൻ ഇന്നലെ ഒരു രസമുള്ളൊരു വീഡിയോ കണ്ടു സോഷ്യൽ മീഡിയയിൽ. B. ഉണ്ണികൃഷ്ണൻ ഉണ്ടല്ലോ, സംവിധായകൻ, അദ്ദേഹം മമ്മൂട്ടിയുടെ ഒരു സിനിമയുടെ ഒരു ന്യൂസ് പറയുന്നുണ്ട്. അതായത് മമ്മൂട്ടി ഒരു 40 കൊല്ലം മുന്നേയുള്ള മമ്മൂട്ടിയെ അങ്ങനത്തെ ഒരു സീക്വൻസ് സിനിമയിൽ ആവശ്യമുണ്ട്. പക്ഷെ ആ സീനിൽ മമ്മൂട്ടി അഭിനയിക്കാൻ പോകുന്നില്ല, പകരം ഞങ്ങളത് AI വെച്ച് ജനറേറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ ഒരു ഭാഗം കണ്ടു. കഴിഞ്ഞ വർഷം ഹോളിവുഡിൽ ഭയങ്കരമായിട്ട് SAG-AFTRA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ഇവിടുത്തെ അമ്മയുടെ ഹോളിവുഡ് വേരിയൻ്റാന്ന് പറയാം. അവർ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ റൈറ്റേഴ്സ് ഗിൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ സ്ക്രീൻ റൈറ്റേഴ്സ്, തിരക്കഥ എഴുതുന്ന ആൾക്കാർ സമരം ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രശ്നം എന്താണെന്നറിയോ, ഇവരുടെ തിരക്കഥകൾ പുതിയ AI ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലോ പിന്നെ ഇവരുടെ ആവശ്യമില്ലാതെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാർവൽ പോലെയുള്ള സീരീസുകൾ ആലോചിക്കുക, അതിൻ്റെ എത്ര വേരിയേഷൻസ് വേണമെന്നുണ്ടെങ്കിലും ₹1 ചിലവില്ലാതെ എഴുതിയെടുക്കാൻ പറ്റും AI ഉപയോഗിച്ച്. അതുപോലെ തന്നെ ഇവൻ ഈ ഒരു ഭാഗത്ത് കണ്ടന്റ് ജനറേഷനിൽ, വീഡിയോ ജനറേഷനിൽ ഇത്തരം AI ടൂളുകളുടെ സാധ്യത. അപ്പോൾ ഞാൻ എഗൈൻ ഈ ലൈഫ് 3.0 എന്നുള്ള പുസ്തകം വായിച്ചത് ഇതിലേക്ക് കണക്ട് ചെയ്യായിരുന്നു. ഇത്തരത്തിൽ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യകൾ ആക്ച്വലി വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്കോ ചേംബറുകൾക്കകത്താണ്. അതായത് നമുക്ക് ഇഷ്ടമുള്ള കണ്ടന്റുകൾ കാണുന്നു, ഓട്ടോമാറ്റിക്കലി അതേ ടൈപ്പ് കണ്ടന്റുകൾ കൂടുതൽ നമുക്ക് തരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അപ്പുറത്തുനിന്ന് ഒരു പുതിയ ഒപ്പീനിയൻസ് രൂപീകരിക്കാനോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാനോ ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഞാൻ ഒരുപാട് സീരിയസ് ടോപ്പിക്ക് പറയല്ല, പക്ഷേ ഇങ്ങനെ ഒരു ലോകമുണ്ട്. അതായത് യുവാൽ നോവ ഹരാരി സാപ്പിയൻസിൽ പറയുന്നുണ്ട്, ലോകത്ത് ഒരു യൂസ്ലെസ് ക്ലാസ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അതായത് സോഷ്യലി, എക്കണോമിക്കലി ആൻഡ് പൊളിറ്റിക്കലി ലോകത്തിന് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു ജനത ലോകത്ത് സംജാതമായി കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. 1932 ഇറങ്ങിയൊരു പുസ്തകമാണ്. ലോകത്ത് എനിക്കൊന്ന് ഈ അടുത്ത് കണ്ടതിൽ ഏറ്റവും വലിയ റിസഷൻ സംഭവിച്ചത് 1929 2008 മുൻപ് സംഭവിച്ചതിലാണ് പറയുന്നത്. ആ റിസഷൻ കാലത്ത് ഇറങ്ങിയ ഒരു പുസ്തകം എന്നുള്ള നിലയ്ക്ക് ആ പുസ്തകം ഭയങ്കര റെലവൻ്റ് ആണ്. ആ പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ എഴുത്തുകാരൻ പറയുന്നത് ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നമുണ്ട്, ആൾക്കാർ ഗവൺമെൻറ്റിനോടൊക്കെ ഭയങ്കര എതിർപ്പാണ്. അപ്പോൾ ഈ എതിർപ്പ് മാറ്റാൻ ഇയാളുടെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെറട്ടോണിൻ എന്നുള്ള ഈ ഹാപ്പി ഡ്രഗ് എല്ലാ ആൾക്കാർക്കും കൊടുക്കുക. അതിനവർ സോമ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ സോമ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ റിയാലിറ്റിയിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആകും, ആൾക്കാർ എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ നമ്മൾ വീട് പൊളിഞ്ഞു വീഴാനായി, സ്റ്റിൽ നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കും.
നമ്മളെ നാട്ടിൽ വേറെ പല പ്രശ്നങ്ങളും ഉണ്ടാവും, തൊഴിലില്ലായ്മ ഉണ്ടാവും, ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സ്റ്റിൽ നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കും. ലൈക്ക് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇത് 1932 ഇറങ്ങിയ പുസ്തകമാണ്. ഫാസ്റ്റ് ഫോർവേഡ് നമുക്ക് 2024 വരാം. ഈ സോമയുടെ പുതിയ വേരിയൻ്റ് അല്ലേ ഇന്നത്തെ സോഷ്യൽ മീഡിയ എന്നുള്ളതിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം. വലിയ രീതിയിൽ ട്രെൻഡുകളുടെ പിറകെ പോകുന്ന ഒരു കമ്മ്യൂണിറ്റി നമുക്കുണ്ട്. ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇപ്പോൾ അങ്ങനെ ട്രെൻഡിങ് റീലുകൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് തന്നെ ഉണ്ട്. അതായത് നമ്മൾ എത്ര മണിക്കൂറാണ് ഇതിനകത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്തതെന്ന് നമുക്ക് പറയാൻ തന്നെ പറ്റില്ല. അതായത് റിയൽ ലൈഫുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ ജീവിക്കുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റി ഇന്നുണ്ട്. എല്ലാത്തിനെയും എതിരിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് സിസ്റ്റം വേണ്ട, പോലീസ് വേണ്ട, കോടതി വേണ്ട, ഒന്നും വേണ്ട, ജനങ്ങളുടെ നീതി നടപ്പിലാക്കണം എന്നല്ല. ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് അവരെ പോലെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അല്ലാതെ ഇത് എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതല്ല. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഫോറിൻ പോളിസിയിൽ കമൻറ്റ് ചെയ്യാനുള്ള അറിവ് എനിക്കില്ല, ഗവൺമെൻറ്റിൻ്റെ എക്കണോമിക് പോളിസിയിൽ കമൻറ്റ് ചെയ്യാനുള്ള അറിവ് എനിക്കില്ല, ഈവൻ നാട്ടിൽ നടക്കുന്ന ചില വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ പോലുള്ള വിവരം എനിക്കില്ല എന്നുള്ള ബോധത്തിൽ നിന്നും ആരും അഭിപ്രായങ്ങളെ ലിമിറ്റ് ചെയ്യുന്നില്ല. നമുക്ക് എത്ര കുറവാണോ നമ്മുടെ അറിവ്, അത്ര കണ്ട് അഭിപ്രായങ്ങൾ കൂടുതലുള്ള മനുഷ്യന്മാരാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് അറിവ് കുറഞ്ഞ അഭിപ്രായം കൂടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറിവില്ലായ്മയ്ക്ക് ഒരു ലിമിറ്റും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളെയും വിലയിരുത്തുന്ന ഒരു രീതിയൊക്കെ ഇന്നുണ്ട്. ഇതിന് എനിക്ക് തോന്നുന്നു വലിയ രീതിയിൽ ഈ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ, അല്ലെങ്കിൽ മിസ്ഇൻഫോർമേഷൻ സ്പ്രെഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ആളുകൾക്ക് എന്തിനും അവർ ഓക്കെ ആണ് എന്ന് തോന്നുന്ന രീതിയിൽ ഗവൺമെൻറ്റൽ സിസ്റ്റത്തെയൊക്കെ ടീനേജേഴ്സ് വെല്ലുവിളിക്കുന്ന കാണാൻ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. ഈ കുട്ടികളൊക്കെ എന്ത് കൈൻഡ് ഓഫ് സിസ്റ്റമാണ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിലൊക്കെ വലിയ രീതിയിൽ നമ്മളൊക്കെ പങ്കുവഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു സക്കർബർഗിന് നേരെ US സെനറ്റിൽ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തെ അവർ കോൾ ഔട്ട് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ഉണ്ടാക്കിയ സിസ്റ്റം ഇന്ന് ലോകത്തെ ഹെയ്റ്റ് ക്രൈംസിനും മറ്റുമൊക്കെ വലിയ രീതിയിൽ പങ്ക് വഹിച്ചിട്ടുണ്ട്, അതിൽ നിങ്ങളുടെ റോള് തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളത്. സക്കർബർഗ് സോറി എന്നാണ് പറഞ്ഞത്. അതായത് സംഭവിച്ചു പോയി, ഇനി എന്താ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ഇതിൻ്റെ ഗുണങ്ങളെ പറ്റി നമ്മൾ വാചാലരാകുന്നുണ്ട്. നമുക്കൊക്കെ വിരൽ തുമ്പിൽ നമുക്ക് എൻ്റർടൈൻമെൻ്റ് ഉണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട്. ഞാനിതിൻ്റെ പോസിറ്റീവ് വശങ്ങളെ കുറിച്ച് നന്നായിട്ട് പറയാറുമുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് നിങ്ങളോട്, ഈ ഒരു കമ്മ്യൂണിറ്റി കുറച്ചും കൂടെ സീരിയസ് ക്രൗഡ് ആയതുകൊണ്ട് നിങ്ങളോട് പറയാണ്, നമ്മൾ ഇതുവരേക്കും ചിന്തിക്കാത്ത, നമ്മൾ ഇതുവരേക്കും കാണാത്ത, നമ്മൾ ഇതുവരേക്കും അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ചലഞ്ചുകൾ നമ്മൾ നേരിടാൻ പോവുകയാണ്. ചലഞ്ചുകൾ എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിന് മുട്ടുണ്ടാകുന്നോ അല്ലെങ്കിൽ ബേസിക് നെസസിറ്റീസ് ഫുൾഫിൽഡ് ആവില്ല എന്നുള്ളതല്ല. പട്ടിണിയെ ആവില്ല ചലഞ്ച്. നമുക്ക് പുതിയ സോഷ്യൽ കോൺട്രാക്റ്റ് ആവശ്യമായിട്ട് വരും. ഗവൺമെൻറ്റിൻ്റെ റോള് മാറേണ്ടി വരും. വലിയ തോതിൽ ജനങ്ങൾക്ക് നിയോ ലിബറലിസ്റ്റ് ഐഡിയകളൊക്കെ വന്നതിന് ശേഷം ഗവൺമെൻറ് മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്താൽ മതി, ബാക്കി കാര്യങ്ങൾ അവിടെ വർക്ക് ചെയ്തോളൂ എന്നൊക്കെ വിചാരിച്ചെന്ന് മാറിയിട്ട് ഒരു പക്ഷേ വെൽഫെയർ സ്റ്റേറ്റ് ഇനിയും തിരിച്ചു കൊണ്ടുവരേണ്ടി വരും. അല്ലെങ്കിൽ ഒരു പുതിയ കൈൻഡ് ഓഫ് സോഷ്യൽ കോൺട്രാക്റ്റുകൾ ഇവോൾവ് ചെയ്യേണ്ടി വരും. അതിൽ ഉണർന്നിരിക്കുന്ന സമൂഹം എന്നുള്ള നിലയിൽ നമുക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ ആ വിഷയത്തിലേക്കൊക്കെ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക എന്നുള്ളതാണ്. എനിക്കൊന്നൊരു ഒരുപാട് കാര്യങ്ങൾ കുറച്ച് സമയത്തിനകത്ത് ക്രാമ്പ് ചെയ്തുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ സമയം ബാക്കിയുണ്ടെങ്കിൽ കുറച്ച് ചോദ്യങ്ങൾ എടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. ഒറ്റ കാര്യം എന്താ വെച്ചാൽ 4th ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ കാലമാണ്. ഒരുപാട് ചലഞ്ചുകൾ നമുക്കുണ്ട്. ആ ചലഞ്ചുകൾക്ക് വേണ്ടിയിട്ട് തയ്യാറാവാന്നേ പറയാൻ പറ്റൂ. നമ്മൾ ആരും അത് കണ്ടിട്ടില്ല, നമ്മൾ ആരും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സോ ബി റെഡി ഫോർ ഇറ്റ്. ഒറ്റ കാര്യമേ ഉള്ളൂ, എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, കണ്ണ് തുറന്നിരിക്കുക, ബാക്കി കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ കൂടെ നടക്കും. All right, I'm sure that like all of them would want to ask a couple of questions, but because of the constraint of the time, I might have to interrupt. I'm sorry, but thank you so much for this conversation. ഇന്നലെയും ഇന്ന് മോർണിംഗിലും വീണ്ടും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഇന്നത്തെ സ്കെയിലപ്പ് കോൺക്ലേവ് 2024 ഇന്ത്യയുടെ ഫസ്റ്റ് ഫ്യൂഷൻ കോൺക്ലേവിലെ ഒരു സജീവ സാന്നിധ്യമായി മാറിയ ഉമർ അബ്ദുസലാമിന് നമുക്ക് നല്ലൊരു നിറഞ്ഞ കരഘോഷം, മനസ്സ് നിറഞ്ഞ ഒരു കരഘോഷം കൊടുത്താലോ? Thank you so much. Thanks a ton. It was quite an informative speech. At the same time, a bit anxiety inducing too. But anyhow, നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു അറിവാണ്. നമ്മൾ ഒരുപാടധികം ചാലഞ്ചസ് മീറ്റ് ചെയ്യേണ്ടി വരുമെന്നുള്ളൊരു അറിവ്. അപ്പോൾ യെസ്, ഡെഫിനറ്റ്ലി we will meet it, we will face it somehow, right? All right, sir. Thank you so much. Thanks a ton for your time and your efforts. May you kindly listen back. Thank you so much. And with that, let's move forward to the next panel discussion, the Kerala to Globe, where we shall explore the scaling up of the business both locally, nationally, as well as globally. The industry experts as well as the seasoned entrepreneurs shall now navigate us through the intricacies of the challenges, the opportunities, and the insights in scaling up their business from local to, like national, pan-India, as well as the pan-world.
world. With us, we have got 5 incredible panelists. With us, we have got 5 incredible panelists, and this time there is something very special about it. നമ്മളുടെ ഇതുവരെയുള്ള നമ്മളിപ്പോൾ എപ്പോഴും സംസാരിക്കാറുണ്ട് നമ്മുടെ വിമൻ എംപവർമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെപ്പോഴും സംസാരിക്കാറുണ്ട് ഇത്തിരി ചെറിയ തോതിലുള്ള ഒരു വിമൻ presence is something that we are going to witness now. With us, we have got a women moderator for the first time in the ScaleUp Conclave 2024. Our moderator shall be Nazreen Midlaj, a result-driven, multi-hyphenate, passionate about social change and working closely with government, managing senior stakeholders. Also, she's a serial entrepreneur, having associated with reputed companies like Wipro, Cochin International Airport, Naira Energy, and so on. And she is the proud founder and director of Innova Education and GEMSS Arabia, focusing on youth and employee trainings. May we kindly have the presence of the very gorgeous entrepreneur, Mrs. Nazreen Midlaj, onto the stage. And now let me move forward, invite the next panelist, which shall be Mr. V.A. Hassan, the respected chairman and CEO of Flora Group Hotels, someone who holds the responsibility of specialized field of business development for about 10 years. So yes, continuing with introducing our panelists, the second one shall be Mr. V.A. Hassan. ഹസനിക്ക എന്ന ഇവിടെ പെരിന്തൽമണ്ണക്കാരെ സ്നേഹത്തോടെ വിളിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളുടെ പാനൽ ഡിസ്കഷനിലെ ഏറ്റവും അടുത്ത പാനലിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ ഇന്നത്തെ സ്കെയിലപ്പ് കോൺക്ലേവ് 2024ന്റെ വളരെ സജീവമായ ഒരു സാന്നിധ്യം കൂടിയായിരുന്നു അദ്ദേഹം. So he is someone who has contributed to spreading a noble message by starting non-alcoholic hotel rooms under his brand. So with us we have the panelist, Mr. V.A. Hassan from the Flora Group Hotels. And the third panelist shall be Mr. B.P. Nazar, the Managing Director of Frontline Group, a company with leadership position in integrated facility management and security services, with a strong presence that have been registered across India, with a strength of over 35,000 employees spread across 32 offices that work every minute to uphold ISO 9001-2008 certified standards. 35,000-ലധികം എംപ്ലോയീസ് ഉള്ള വളരെ ശക്തമായ ഒരു കമ്മ്യൂണിറ്റിയെ നയിക്കുന്ന BP Nazar sir from the Frontline Group will be our fourth panelist. Then the next one, that is the fifth panelist, is Mr. Jamaat Usman, who is the founder and CEO of Emirates First Business Service, a prominent consulting company and one-stop documents processing destination to ease your day-to-day business needs in UAE, right from setting up a business in Dubai to the visa processing of the investor and staff. So ladies and gentlemen, please put together your hands to welcome the panelists for the next session, the Kerala to Globe. Let me invite onto the stage the moderator, Nazreen Midlaj, Mr. V.A. Hassan, Mr. B.P. Nazar, Mr. Jamaat Usman, and find the final panelist, who is Mr. Tom M. Joseph, who is the director of the new initiatives at Jain deemed to be University, who has been an active player in the industry for a decade. He is also an exceptionally skilled in developing digital and non-digital infrastructure in the education sector. And with that, I shall pass over the mic to our wonderful moderator, Nazreen. The mic is all yours. We are excitedly awaiting. And of course, സോ നമ്മളുടെ കൂടെ ഈ ഒരു പാനൽ ഡിസ്കഷനിൽ നമ്മളുടെ കൂടെ ഒത്തുചേരാം എന്ന് സമ്മതിച്ചിരിക്കുന്ന ഒരു വളരെ കൈൻഡ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് കൂടെ നമുക്കുണ്ട്. വി ഹാവ് ഗോട്ട് വൺ മോർ വെരി കൈൻഡ്, വെരി ജെനുവിൻ പാനലിസ്റ്റ് joining with us today, who is the CEO of the Flora Hospitality Groups, Mr. Mohammad Rafi. Thank you so much for being here with us, and we are excitedly awaiting what you are going to bring to the table. So Nazreen, the mic is all yours.
താങ്ക് യു. Good afternoon, everyone. My name is Nizrin Mitlij. ഞാനൊരു സീരിയൽ ഓൺട്രപ്രന്യോർ ആൻഡ് ഒരു സോഷ്യൽ വർക്കറാണ്. നെസൻകോ എന്ന കമ്പനിയുടെ ഫൗണ്ടർ ആൻഡ് CEO ആണ്. Today, it's my privilege to be seated among eminent personalities who are on stage. And I would like to take this opportunity to thank the ScaleUp team for having me here and moderating this session. ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരും ഐദർ ഒരു ഓൺട്രപ്രന്യോർ ആവാൻ ആസ്പയർ ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ അവർ ഓൾറെഡി ഒരു ഓൺട്രപ്രന്യോറിയൽ ജേർണി തുടങ്ങി അത് സ്കെയിലപ്പ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ള അവർക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ട് ഉള്ള ഇൻസൈറ്റ്സ് തരാൻ വളരെയധികം കേപ്പബിൾ ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. സോ ഐ തിങ്ക് ഫോർ ദി എൻറ്റയർ സ്കെയിലപ്പ് ടീം ഇറ്റ്സ് എ ഹ്യൂജ് ഓണർ ആൻഡ് പ്രിവിലേജ് ടു ഹാവ് സച്ച് പേഴ്സണാലിറ്റീസ് ഓൺ സ്റ്റേജ്. ഇന്ന് രാവിലെ ആക്ച്വലി നമ്മുടെ മിനിസ്റ്റർ സാർ പറയുകയുണ്ടായി, കേരളം ജോഗ്രഫിക്കലി മാത്രമേ ചെറുതുള്ളൂ, വേറെ എല്ലാ കാര്യത്തിലും നമ്മൾ വലുതാണെന്ന്. അതിൻ്റെ ലിവിങ് പ്രൂഫാണ് ഇവിടെ ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ആളുകൾ. കാരണം ഫ്രം കേരള ആസ് മലയാളീസ് ഗ്ലോബൽ ലെവലിൽ ഒരുപാട് എക്സ്പാൻഷൻ സ്റ്റോറീസ് ഉള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. സോ വിതൗട്ട് ഫർദർ എഡ്യൂ I'd also like to start by re-reminding മിനിസ്റ്റർ സാർ പറഞ്ഞ ഒരു കാര്യം കൂടി. മോസ്റ്റ് നമ്പർ ഓഫ് സ്റ്റാർ ഹോട്ടൽസ് കേരളത്തിലുള്ളത് ഇന്ത്യയിലുള്ളത് കേരളത്തിലാണെന്ന് സാറ് പറയുകയുണ്ടായി. സോ വി ക്യാൻ ആക്ച്വലി ഹിയർ ഫ്രം somebody who is excelled in that industry and that hospitality industry-ലെ ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ ഫ്ലോറ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ആയിട്ടുള്ള VA ഹസൻ സാറ്. സാറിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ഹിം. സാറിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലേക്ക് സാർ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? മാത്രമല്ല വിച്ച് ആക്ച്വലി ദെൻ ലെഡ് ടു എ ഹ്യൂജ് എക്സ്പാൻഷൻ ഓഫ് എ ബിസിനസ് എംപയർ. സാറിൻ്റെ എങ്ങനെയാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് എത്തിപ്പെട്ടത്? വലിയ സ്മാർട്ട് ആൻഡ് യൂത്ത് ഫ്രണ്ട്സ്, ഞാൻ ഈ ഇൻഡസ്ട്രി എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഈ ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയൊരു സംരംഭം പഠിച്ചു എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അതിൻ്റെ കാരണം ചെറുപ്പത്തിലെ തന്നെ എൻ്റെ പ്രായത്തിൽ, നിങ്ങളുടെ പ്രായത്തിലല്ല, എൻ്റെ പ്രായത്തിലൊക്കെ ഞങ്ങൾ ഈ കൃഷിയൊക്കെ ചെയ്യുമ്പോഴും ഈ സാധാരണ നെല്ലും നാളികേരമാണ് ഞങ്ങളുടെ വരുമാനം. അപ്പോൾ പറമ്പിലൂടെ ഇങ്ങനെ വെള്ളം, ഈ ചെറിയ ഒരു പാത ഉണ്ടാക്കി വെള്ളം ഇങ്ങനെ ഒഴുകി നല്ല ക്ലിയർ വാട്ടർ ഇങ്ങനെ ഒഴുകുന്ന ഒരു അവസ്ഥയിൽ അത് കണ്ട് രസിക്കുന്ന ആളുകളായിരുന്നു ഞങ്ങൾ. അപ്പം തെങ്ങിനൊക്കെ ഇങ്ങനെ വെള്ളം തിരിച്ചു വിടുക. ഇന്നും അത് ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിലും നമ്മുടെ തന്നെ ലാൻഡുകളുണ്ട് അത്. അപ്പം അതൊന്ന്. പിന്നെ ഞങ്ങൾ വീട് വെച്ചപ്പോൾ തന്നെ എൻ്റെ വാപ്പ വീടിൻ്റെ ബാക്കിൽ നമ്മുടെ പറമ്പിലൂടെ തന്നെ ഒരു വെള്ളം പോരുന്ന സ്ഥലമുണ്ട്. കുറച്ചൊക്കെ നികത്തിയിട്ടാണ് അന്ന് വീട് വെച്ച്. അപ്പോൾ ഒരു കനാലുണ്ടാക്കി. ഞങ്ങൾ തറവാടിൻ്റെ അവിടെ അതേപോലെ ഇങ്ങനെ വെള്ളം മഴക്കാലത്തുള്ളൂ ഒഴുക്കൊക്കെ, ആ സമയത്ത് ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കും. അതുപോലെ ഞാൻ തൃശ്ശൂർ താമസിക്കുമ്പോൾ അവിടെ ഇതേപോലെ തന്നെ ബാക്കിലൊരു കനാലുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കനാലുകളും പുഴകളും എല്ലാം വളരെ സുലഭമാണ് കേരളത്തിൽ. കേരളം തന്നെ വളരെ മനോഹരമാണ്. കേരളത്തിൽ ജനിച്ചത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അപ്പോൾ വീട്ടിലാണെങ്കിൽ ഒരുപാട് മരങ്ങളും നമുക്ക് ഒരു വലിയ മരങ്ങൾ, ഇപ്പോൾ ഉള്ള മരങ്ങളൊക്കെ നമ്മളിപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആദ്യം പൊക്കം വെക്കുന്നില്ല. അന്നത്തെ മരങ്ങളൊക്കെ വലിയ വലിയ മരങ്ങൾ ഒക്കെയാണ്. അത് പ്ലാവായാലും ശരി, മാവായാലും ശരി. അപ്പോൾ ഇപ്പം ഞങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ വലിയ നാടൻ മാവ് എവിടെ നിന്ന് കിട്ടും എന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ ഞങ്ങളുടെ ഫ്ലോറ വൈത്രി റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് വൈത്രിയിൽ വയനാട് ഒരു റിസോർട്ട് തുടങ്ങിയിട്ടുണ്ട്. എത്രയോ മനോഹരമുണ്ട്. അവിടെയൊക്കെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ 3 ദിവസം വേണം അവിടെ പോകണമെങ്കിൽ, എന്നാലും അത് കാണാനൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വേറൊന്നുള്ളത് ഈ അതിരപ്പള്ളിയിൽ ഫ്ലോറ മിസ്റ്റി ഫാൾസ്, അതും കേരളത്തിലെ ഏറ്റവും വലിയ വാട്ടർഫാൾസിന് മുമ്പിലാണ്. അപ്പോൾ എല്ലാം നമ്മൾക്ക് ചെറുപ്പത്തിലെ തന്നെയുള്ള നമ്മുടെ ഡ്രീംസാണ്. പിന്നെ ഈ ഒരു ബിസിനസ് അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ അറിയുന്നൊരു ബിസിനസ് പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ
ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1995 ഞങ്ങൾ റിയൽ എസ്റ്റേറ്റ് തുടങ്ങി ഈ ദുബായിൽ. അങ്ങനെ റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയൊരു ബിൽഡിങ്, ഒരു മനോഹരമായ ബിൽഡിംഗ് ആയിരുന്നു. അത് നോക്കിയപ്പോൾ ഇത് ഫ്ലാറ്റായിട്ട് കൊടുക്കുന്നതിനേക്കാൾ നല്ലൊരു ഹോട്ടലായിട്ട് തുടങ്ങിയാൽ എങ്ങനെയായിരിക്കും എന്ന് കരുതി എടുത്താണ്. ശരിക്കും പർപ്പസ് ബിൽറ്റ് ബിൽഡിംഗ് അല്ല, പക്ഷെ അത് ഇന്നും അത് ഹോട്ടലായിട്ട് വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് ദുബായിൽ. അപ്പോൾ അങ്ങനെയാണ് ദുബായ് ഈ ഫ്ലോറ ഈ ഇതിലേക്ക് വന്നത്. ഫ്ലോറ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും പ്രകൃതി ഇഷ്ടമാണ്, മരങ്ങളും വെള്ളങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതിന് പറ്റിയൊരു പേര് ഞങ്ങൾ ഫ്ലോറ എന്നിട്ടത്. അപ്പോൾ അതുമാത്രമല്ല, എൻ്റെ അളിയൻ ഒരു ദിവസം എന്നോട് ചോദിച്ചു, കുറച്ച് ബിസിനസ്സുകളൊക്കെ വേറെ ഒക്കെ ഉണ്ട്. അളിയൻ പല ബിസിനസ് ഉണ്ട്, ഏതെങ്കിലും ഒരു ബിസിനസ് നന്നായിട്ട് അറിയുന്നത് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ കുറേ സ്പോർട്സിലുണ്ട്, എല്ലാത്തിനും ഉണ്ട്, പക്ഷെ ഒന്നും എനിക്ക് വ്യക്തമായിട്ട് കുറേശ്ശെ അറിയുള്ളൂ, നന്നായിട്ട് അറിയണമൊന്നുമില്ല. പിന്നെ അവസാന കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി, എനിക്ക് ശരിക്കും അറിയുന്നത് ഈ എൻ്റെ ഏറ്റവും താല്പര്യങ്ങളുള്ളത് ശരിക്കും ഈ ഡിസൈൻ സെൻട്രിക്കായിട്ട് ഏറ്റവും മനോഹരമായ റിസോർട്ടുകൾ തന്നെ. റിസോർട്ടിലാണ് വന്ന് താമസിച്ച് നമ്മൾ ലാഭം കണക്കാക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരൊക്കെ അവിടെ പോയി താമസിച്ചിട്ട് അത് മാത്രമല്ല, ലോകത്തിൻ്റെ ഏത് ഭാഗത്തുനിന്നും ആർക്കും എവിടെ വേണമെങ്കിലും നമ്മളൊക്കെ അങ്ങനെയാണല്ലേ ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി. അവർ വന്ന് താമസിച്ച് അവരുടെ ഫീഡ്ബാക്ക്, അവരുടെ സന്തോഷം, അതാണ് ഏറ്റവും വലിയ ലാഭം. അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു ഗ്ലാമർ ബിസിനസ്സിന് അതിനേക്കാൾ അപ്പുറം ഇത് നടത്തുന്ന ഞങ്ങൾക്ക് തന്നെ അത് ഏറ്റവും ഇഷ്ടപ്പെടുക മറ്റുള്ളവരെ പോലെ, അതും പ്രധാനമാണ്. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ബിസിനസ് ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനം. താങ്ക് യു സർ. ആക്ച്വലി വെരി ഇൻട്രസ്റ്റിംഗ്. ആ ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കാൻ കണ്ട ഒരു ബിൽഡിംഗ് ആണ് ഒരു ഹോട്ടൽ കോൺസെപ്റ്റിലേക്ക് സർ അപ്പോൾ ചിന്തിച്ചത്. ആൻഡ് ഓൾസോ ലവ്ഡ് യുവർ പോയിന്റ് അബൌട്ട് ടേക്കിംഗ് ഫീഡ്ബാക്ക് വെരി സീരിയസ്ലി. ഐ തിങ്ക് ഓൺട്രപ്രന്യോർസിന് ഏറ്റവും അധികം വേണ്ട ഒരു കാര്യമാണത്. അതായത് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുക ആൻഡ് ദെൻ നോട്ട് ജസ്റ്റ് ടേക്കിംഗ് ഫീഡ്ബാക്ക് ബട്ട് ആക്ടിങ് ഓൺ ദാറ്റ് ഫീഡ്ബാക്ക് എന്നുള്ളത് അല്ലേ. So, as a follow-up question, maybe I can ask you, sir. Sir is the CEO of Flora Group. Flora Group actually ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ കുറച്ച് ചാലഞ്ചിങ് ടെംപ്റ്റേഷൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ്. സോ ഹൗ ഹാവ് യു ethically maintain the standards in the industry and ethically ആ ഒരു ബിസിനസ് ചെയ്തുകൊണ്ട് തന്നെ you were able to flourish in this type of an industry? So I think our audience definitely will be curious to know what are your company's core values, principles by which you actually go ahead. Yeah. Good evening. Assalamu alaikum. First of all, thank you very much for giving us an opportunity to address such a August gathering. നമ്മുടെ ചെയർമാൻ്റെ സ്പീച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സച്ച് എ സിമ്പിൾ പേഴ്സൺ. സിംപ്ലിസിറ്റി ഈസ് അവർ ഫസ്റ്റ് കോർ വാല്യൂ. മിസ്റ്റർ ഹസൻ ആൻഡ് ഫാമിലി അവരൊരു ഏതാണ്ട് ഒരു 10-25 കൊല്ലം മുമ്പാണ് ദുബായിൽ ഒരു ബിസിനസ് തുടങ്ങിയത്. വി ഹാവ് റീസ്ട്രക്ചേർഡ് ദ എൻ്റയർ ഇൻഡസ്ട്രി ഇൻ ദ ഇയർ 2000 by forming a group holding company with the name Pearl Investment. അതിലെ one of the division is hospitality. And സംസാരിക്കുന്നത് പോലെയല്ല, he is one of the most respected Keralite in UAE because we are sponsoring one of the prestigious International Holy Quran Award, which is under the patronage of His Highness, the ruler of Dubai. 2000 you asked the core values. First thing is that we follow the rule of the country. Wherever we start the hospitality, we make sure that we follow all the rules. Second thing is that chairman namakku tharuna instructions sadharana they will find out the building and say that whoever comes here they should go out with complete happiness wherever you are, because currently we are having 6 properties in Dubai and 5 back in Kerala, and we are planning to expand to Saudi Arabia. Wherever we start, follow the rules of the country. Second thing is that we have a simple rule of religious value because we are a no alcohol brand. That is strictly we follow. We don't play with the banks, financial. So our growth is with our accrued funds. So we have enough space to make sure that all the guests are happy. That's one of the core values. And all the who works, they are all, they are all our family members. We will not segregate them as a lower grade or upper grade staff. Because myself, I am with the group for the last 22 years, and there are many people like me completed a span of 15 or 20 years.
So whoever comes there, it's not the salary, it's not the they have a feeling of secure. That's one of our point to make sure that they will be continuing with us unless they have any other specific reason. If they want to come back to India, we make sure that we will give a position back in Kerala. പിന്നെ ഉള്ളത് നമ്മൾ സാർ എത്തിക്സ് എന്ന് പറയുമ്പോൾ എനി ബിസിനസ് വി സ്റ്റാർട്ട് ദർ ഷുഡ് നോട്ട് ബി എ നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ ദ സൊസൈറ്റി ഓർ ഇൻ ദ എൻവറോൺമെൻറ്റ് എസ്പെഷ്യലി ഇൻ കേരള ലൈക്ക് ഹി മെൻഷൻ നമ്മുടെ അതിരപ്പള്ളി ആയാലും വൈത്തിരിയിൽ ഇറ്റ്സ് ഇൻ ദ മിഡിൽ ഓഫ് എ ഫോറസ്റ്റ് ഓഫ് 50 acres. അതിൽ ഏറ്റവും മിനിമം ഡാമേജ് നേച്ചറിന് വരുത്തിയിട്ടുള്ളൂ. അല്ലാതെ അത് ആൻഡ് ഇഫ് നമ്മൾ ഇതിൽ പലരും ചിലപ്പോൾ അസൻകാടെ വീട്ടിൽ പോയവരായിരിക്കും. അസൻകാടെ വീട്ടിൽ ചെന്നാൽ തന്നെ അറിയാം ഇസ് സറൗണ്ടഡ് ബൈ അറൗണ്ട് 20+ ഫ്രൂട്ട്സ് എല്ലാം ഉള്ളു. അപ്പോൾ എവിടെ ചെന്നാലും ആ ഗ്രീനറി വി മെയിൻറ്റെയിൻ. അപ്പോൾ ഇതെല്ലാം നമ്മളൊരു സോഷ്യൽ വാല്യൂസിൽ വന്നാണ്. വി ഡോണ്ട് look at the profit as the first outcome. Naturally, we need profit to be sustainable, but that's not our first priority. We are having around 11+ properties in Dubai, but due to the COVID reason, we were forced to reduce. But still, again, we are expanding. We are going to have one of the branded residences in Dubai. That will be a beachfront. I think I answered your initial question. Thank you. Yes, sir. Thank you so much. I think that deserves a round of applause. Yes. Because, sir, പറഞ്ഞതുപോലെ തന്നെ when we think of a star hotel and so on, there is a natural assumption that അവിടെ ആൽക്കഹോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിലാണ് കൂടുതൽ ക്രൗഡിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ബട്ട് ദെൻ they were particular about their values and not compromising on that, and yet they have become successful. So I think it's a very inspiring story for the upcoming generations. And yes, rightly mentioned, Hassan sir actually epitome of simplicity aanu. Karanam njanipam 2 divasayittu interact cheyyunnundu, and I don't know, I just felt so comfortable around him, and I never did feel like he is of എന്താ പറയുക നമ്മുടെ ഒരു ഹയറാർക്കിക്കൽ ഒരു ഇത് ഒന്നും തോന്നുന്നേ ഇല്ലായിരുന്നു. സോ താങ്ക് യു സർ ഫോർ ബീയിങ് ദാറ്റ് വേ, ആൻഡ് ഐ റിയലി പ്രേ ആൻഡ് വിഷ് ദാറ്റ് ദർ ആർ മെനി മോർ പീപ്പിൾ, സക്സസ്ഫുൾ പീപ്പിൾ ഔട്ട് ദെയർ ലൈക്ക് യു. മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സർ ഈസ് ടു നാസർ സർ. സോ യൂഷ്വലി നാസർ സർ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരണം എന്നൊക്കെ നമ്മളെല്ലാവരും പറയുന്നത് കേൾക്കുന്നുണ്ട്. നാസർ സർ ആക്ച്വലി കംഫർട്ട് സോണിൽ നിന്ന് മാത്രം പുറത്ത് പോവുക മാത്രമല്ല ചെയ്തത്, യു ആക്ച്വലി വെൻറ്റ് ഇൻ ടു ഒരു ഡേഞ്ചർ സോൺ ഓർ വാർ സോൺ. സാറിൻ്റെ ഓപ്പറേഷൻസ് ഒരു വാർ സോൺസിൽ ഉണ്ട് എന്നുള്ളത് ഞാൻ കേട്ടിട്ട്, ഐ തിങ്ക് ഇവൻ ഓഡിയൻസ് വുഡ് ബി ഇൻട്രസ്റ്റഡ് ടു നോ ഹൗ ഹാവ് യു ടേക്കൻ ദ റോഡ് നോട്ട് ടേക്കൻ. Anyway, thank you for having me here. ScaleUp, thanks to Najeeb ka. നല്ലൊരു ഇനീഷ്യേറ്റീവാണ് ഇവിടെ വന്നതിൽ. ആൻഡ് ഓൾസോ താങ്ക്സ് ടു നസറിൻ ഫോർ ദ ഇൻട്രൊഡക്ഷൻ. ഗൾഫിൽ പോകാന്ന് പറഞ്ഞാൽ എല്ലാവരും നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്ത്, എൻ്റെ ഫാദറും വേർ ഓൾസോ ഇൻ ടു ബിസിനസ്, വേർ ഓൾസോ ടു ദ ഹോട്ടൽ ഇൻഡസ്ട്രി. കോഴിക്കോടും നമുക്ക് റെസ്റ്റോറൻറ്റും ഒരു ലോഡ്ജിങ് 3-star ഫെസിലിറ്റി ഹോട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ ഐ വാസ് ആഫ്റ്റർ മൈ ഗ്രാജുവേഷൻ സ്വന്തമായി ബിസിനസ് ചെയ്യണമെന്ന് എൻ്റെ ഫസ്റ്റത്തെ എടുത്തത് കോൺട്രാക്റ്റാണ്. ലോജിസ്റ്റിക്കിനോട് ബന്ധമില്ലാത്ത എയർപോർട്ട് റൺവേ എക്സ്റ്റൻഷൻ വർക്കിൻ്റെ ഒരു സബ് കോൺട്രാക്ടറായിട്ട് തുടങ്ങിയത് നമ്മൾ. ഒരു 4 വർഷത്തോളം ഉണ്ടായിരുന്നു. അത് ഡിഡ് നോട്ട് ഗോ വെൽ. നമ്മൾ വിചാരിച്ചവർ നല്ലപോലെ നടന്നില്ല. നോർമലി നമുക്കൊരു ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ വരും. ഫാദർ ബിസിനസ്സിലായതുകൊണ്ട് നമുക്കൊരു ജോലിക്ക് പോകുന്നതിന് താല്പര്യമില്ല. എന്നോട് ഓക്കെ യു ടേക്ക് കെയർ ഓഫ് എൻ്റെ ബിസിനസ് നോക്കുക പറഞ്ഞപ്പോൾ ഞാൻ വേണ്ട, ഞാൻ സ്വന്തം ഒരു ജോലി നോക്കാം, നമുക്ക് ചെറുപ്പമാണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്വന്തമായി ചെയ്തിട്ട് പോകാവുന്ന രീതിയിലാണ് കുവൈറ്റിലോട്ട് പോകുന്നത്. കുവൈറ്റിൽ വി സ്റ്റാർട്ടഡ് ഫ്രണ്ട് ലൈൻ ലോജിസ്റ്റിക്സ്. ആദ്യം 4 വർഷം വർക്ക് ചെയ്തു, 5 വർഷം വർക്ക് ചെയ്തു. പിന്നെ ബിസിനസ് മനസ്സിലും നമ്മളെ മൊത്തത്തിൽ ബിസിനസ്സിൻ്റെ എപ്പോഴും ഐഡിയാസ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട് ലൈൻ ലോജിസ്റ്റിക്സ് എന്നൊരു കമ്പനി തുടങ്ങി. അപ്പോൾ ഞാൻ പണ്ട് വർക്ക് ചെയ്ത കമ്പനി എന്താ ലോജിസ്റ്റിക്സിൽ അവർ കൂടുതലും വാർ സോൺ, നമ്മൾ ഇറാഖിലെ വാർ നടക്കുന്ന സമയമാണ്. അപ്പോൾ US ആർമിയും ഓയിൽ ആൻഡ് ഗ്യാസ് ബിസിനസ് വരുന്നു അവിടുന്ന് ചേരുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻചാർജ് ഞാനിരുന്നു, അതിൻ്റെ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവിടുന്ന് പഠിക്കാൻ പറ്റി. അങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് ലൈൻ ലോജിസ്റ്റിക്സ് തുടങ്ങി. നോർമലി എല്ലാ ലോജിസ്റ്റിക് ആക്ടിവിറ്റി ഇപ്പോൾ ഇന്നത്തെ ഇ-കൊമേഴ്സ് മുതൽ എല്ലാതും നമ്മൾ ചെയ്യുന്നുണ്ട്, എല്ലാ ഷിപ്മെൻറ്റ്സും എല്ലാം ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ സ്പെഷ്യാലിറ്റിയാണ് ഓയിൽ ആൻഡ് ഗ്യാസും വാർ സോൺസും. ഞങ്ങൾക്ക് ഇപ്പോൾ ഇറാഖിലെ ഓഫീസുണ്ട്, നമുക്ക് അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലും കാണ്ടഹാറും ഓഫീസ് ഉണ്ടായിരുന്നു. നമുക്ക് അതുപോലെ തന്നെ ഇപ്പോൾ യുക്രൈനിൽ കീവിൽ നമുക്ക് ഓഫീസുണ്ട്. അതുപോലെ ഇപ്പോൾ വാർസോ പോളണ്ടിൽ ഓഫീസുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലും ചെയ്യുന്നത് എന്താ വെച്ചാൽ NGOs എന്ന് പറഞ്ഞാൽ നമുക്ക് യുണൈറ്റഡ് നേഷൻസിന് അണ്ടറുള്ള NGOs,
അതുപോലെ തന്നെ US ആർമി വെൻഡേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ നമ്മൾ അവരെ സാധനങ്ങൾ എല്ലാ ലോജിസ്റ്റിക് സപ്പോർട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ചെയ്യുന്നതിൽ വ്യത്യസ്തമായി നമുക്കൊന്ന് ചെയ്യണം. പിന്നെ ഞാൻ പണ്ട് വർക്ക് ചെയ്ത കമ്പനിയിലും ഞാൻ അത് ചെയ്തതാണ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് വ്യത്യസ്തമായി ചെയ്തുകൂടാ? കാരണം കോമ്പറ്റീഷൻ വളരെയധികമുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മളെല്ലാവരും, ഞാൻ മാത്രമല്ല നിങ്ങളെല്ലാവരും, ഇപ്പോൾ നമ്മൾ ഇന്നലെ 2-3 ദിവസമായിട്ട് കുറേ ആളുകളെ വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള യങ്സ്റ്റേഴ്സിനെ നമ്മൾ കണ്ടു. അപ്പോൾ നമ്മളൊന്നും ചിന്തിച്ച മാതിരിയല്ല, അതിനെക്കാട്ടി എത്രയോ നല്ല രീതിയിലുള്ള ചിന്താഗതികളും അവരുടെ തോട്ട് പ്രോസസ്സ് തന്നെ ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളത് വാട്ടർ സോൺസ്, ഞാൻ മാത്രമല്ല വേറെ പല കമ്പനീസ് ഉണ്ട്. അപ്പോൾ ജോബ്സ് ഇൻ ഡിഫിക്കൽട്ട് ടെറൈൻസ് എന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇറാഖിൽ നമുക്ക് 4 ഓഫീസസ് ഉണ്ട്. ഇറാഖിൽ കൂടുതലും നമ്മളെ മലയാളീസ് തന്നെയാണ്, നമ്മളെ കൂടുതലുള്ള മലയാളീസും ഇപ്പോൾ ഇന്ത്യൻസ് തന്നെയാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ദേ ഓൾ എൻജോയ്, അവരെല്ലാവർക്കും അത് വളരെ പ്ലാൻഡായി ചെയ്യണമെന്നേ ഉള്ളൂ, അത് കുറച്ചൊരു ഫാസ്റ്റായിട്ട് ചെയ്യണം, അങ്ങനെ ഇതായിട്ട് പോകുന്നതാണ്. സോ ദാറ്റ്സ് വൈ വി ചോസ് ദാറ്റ്. പിന്നെ കൂടാതെ ഞങ്ങളിപ്പോൾ ഫ്രണ്ട് ലൈൻ കുവൈറ്റിൽ തുടങ്ങി. ഇപ്പോൾ നമുക്ക് 12 രാജ്യങ്ങളിലായിട്ട് ഫ്രണ്ട് ലൈൻ്റെ ഓഫീസ് ഉണ്ട്. നമുക്കൊരു 550 പേര് GCCയിലും ഇവിടെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഗ്രാമത്തിൽ, അപ്പോൾ ഞങ്ങൾ ഇതേമാതിരത്തെ ഒരു ഇവൻറ്റ് കഴിഞ്ഞ ഓഗസ്റ്റിൽ മലബാർ NRI മീറ്റ് കൊണ്ട് എൻ്റെ നാട്ടിൽ നടത്തിയിരുന്നു. അപ്പോൾ നജീബ്ക്ക് ഞാനും ഇത് കണ്ട് സംസാരിച്ചപ്പോൾ ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഞാൻ മനസ്സിൽ കൊണ്ടുനടന്ന പല കോൺസെപ്റ്റ്സിനെക്കാട്ടിയും ഉയർന്ന രീതിയിൽ മൂപ്പിൾ കൊണ്ടു നടക്കുന്ന ഒരാൾ. അപ്പോൾ നിങ്ങൾ പെരിന്തൽമണ്ണക്കാർ ശരിക്കും ഭാഗ്യം ചെയ്ത ഒരാളാണ്, നല്ലൊരു MLA. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ മൂപ്പോട് വെച്ച് പൊന്നാനി മത്സരിക്കാൻ പറ്റുമെന്ന് ചോദിക്കാണ്. കാരണം നമുക്ക് അതുമാതിരത്തെ MLA-മാർ വളരെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ് വേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ പെരിന്തൽമണ്ണക്കാർ എന്തായാലും വളരെ ആക്റ്റീവാണ്. മൂപ്പക്ക് സാധാരണ MLA-മാർ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിതുമാതിരി കണ്ടുള്ളൊരു ആക്റ്റീവായിട്ട് കണ്ടുള്ള ആൾ നമ്മൾ ശ്രീരാമകൃഷ്ണനാണ്, പഴയ പൊന്നാനി നമ്മളെ മുൻ സ്പീക്കർ. വളരെ നമ്മൾ അടുപ്പുള്ള ഒരാളാണ്. മൂപ്പളും വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള വളരെ ചിന്തഗതികളും ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളുമാണ്. അപ്പോൾ അതുപോലെ ഞാൻ നാട്ടിൽ എൻ്റെ ഗ്രാമത്തിൽ ഞങ്ങൾക്ക് ഒരു ബാക്ക് ആൻഡ് ഓഫീസ് ഉണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരും നിങ്ങൾ ചെന്നൈയിലും കൊച്ചിയിലൊക്കെ കാണുന്ന മാതിരി ബാക്ക് ആൻഡ് ഓഫീസ്, ഞങ്ങളൊരു അൾട്രാ മോഡേൺ ബാക്ക് ആൻഡ് ഓഫീസ് ഉണ്ട്. അവിടെ 120ഓളം പേര് നമ്മുടെ നാട്ടിൽ, എൻ്റെ ഗ്രാമത്തിലെ ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലോജിസ്റ്റിക്സിൻ്റെ ഒരു അക്കാഡമിയും നമ്മൾ ഇപ്പോൾ 3 പെരിന്തൽമണ്ണ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോടുണ്ട്, എരമംഗലത്തുണ്ട്. അപ്പോൾ ദിസ് ഇസ് ദെയർ. അപ്പോൾ നമ്മൾ വളരും തോറും നമ്മുടെ നാടിന് വേണ്ടും നമ്മളെല്ലാവരും ഇഷ്ടംപോലെ NRIs ഉണ്ട്. ഹസൻക പറഞ്ഞു, ഹസൻകായുടെ പ്രോപ്പർട്ടിയിൽ ഞാൻ പോയിട്ടുണ്ട്, ഫ്ലോറ കൊച്ചിയിലും പോയിട്ടുണ്ട്, വയനാടും പോയി. വളരെ മനോഹരമായ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അവരെല്ലാം ഗൾഫിൽ നിന്ന് ഒരു വരുമാനം കിട്ടുന്നത് വളരെ നല്ല രീതിയിൽ നമ്മൾ സ്വന്തം നാട്ടിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പല NRIs കൊണ്ട് എല്ലാവരും നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ ഈ സ്കെയിലപ്പിൻ്റെ കൂടെ മാക്സിമം കോപ്പറേറ്റ് ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് കൂട്ടായ്മയോട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതിൽ പിടിക്കാം. അപ്പോൾ ഞാൻ ഫോക്കസ്ഡ് ആവുക, എനിക്ക് നമ്മളെ യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ളത്, എല്ലാവരോടും പറയാനുള്ളത് എന്താണ്, നമ്മളെല്ലാവരും ഫോക്കസ്ഡ് ആവുക. എന്താണ് നമ്മൾ ചെയ്യുന്നത് അതിൽ ഫോക്കസ് ചെയ്താൽ നമുക്ക് പിന്നെ ഹാർഡ് വർക്ക് അല്ലാത്ത ഒന്നുമില്ല. നമ്മൾ എന്ത് കമ്പ്യൂട്ടർ യുഗം വന്നാലും AI യുഗം വന്നാലും നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം. പിന്നെ നമ്മളെ നിയത്ത്, നമ്മളെ ഇൻറ്റൻഷൻസ്, ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു എത്തിക്സും നമ്മളെ ഇൻറ്റൻഷൻസും നമ്മളതിൽ പറഞ്ഞാൽ നമ്മളെ നിയത്ത്, നമ്മളെ ഇൻറ്റൻഷൻസ് എപ്പോഴും നന്നായിരിക്കണം. നമ്മളൊരാളെ നല്ല രീതിയിൽ പോകണമെന്ന് ചിന്തിച്ച് നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്താൽ സക്സസ് വിൽ ബി ദെയർ. ആരും നമ്മൾ എന്ത് ചെയ്ത് പിന്നോട്ട് വരും. ഞാനിപ്പോൾ നാട്ടിൽ ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ട ഒരാളാണ്. മുന്നേ പരാജയപ്പെട്ട് ആ കടങ്ങളൊക്കെ ഉപ്പാനെ കൊണ്ട് എൻ്റെ ഉപ്പ പറഞ്ഞു ഞാൻ തരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ഞാൻ സ്വന്തം ചെറുപ്പമാണ്, ഞാൻ വീട്ടിക്കോളാം എന്ന് പറഞ്ഞു പോയ ഒരാളാണ്. അതുപോലെ പരാജയങ്ങളുണ്ടാവും ബിസിനസ്സിൽ, നമുക്ക് ചെറിയ ചെറിയ പരാജയങ്ങളൊക്കെ ഉണ്ടാവും. ആ പരാജയങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് തോറ്റു പിന്മാറാതെ അത് കവറപ്പ് ചെയ്യാൻ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ മുന്നോട്ട് പോകണം. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. സാറ് റോഡ് നോട്ട് ടേക്കൻ എടുത്ത പോലെ തന്നെ നമ്മുടെ MLA സാറും റോഡ് നോട്ട് ടേക്കൻ എടുത്തതുകൊണ്ടാണ് നമുക്ക് ഇന്നിപ്പോൾ ഈ ഒരു ഫ്യൂഷൻ ബിസിനസ് കോൺക്ലേവ് പെരിന്തൽമണ്ണയിൽ ഉണ്ടായിട്ടുള്ളത്. സോ ഐ എം പേഴ്സണലി വെരി പ്രൗഡ് ഓഫ് ദിസ് ഇനീഷ്യേറ്റീവ്, സ്കെയിലപ്പ് ഇനീഷ്യേറ്റീവ്, വെയർ വി ആർ ഹാവിംഗ് ഓൾ ദിസ് ഓപ്പർച്യൂണിറ്റി ടു ആക്ച്വലി നെറ്റ്വർക്ക് ആൻഡ് ഇൻറ്ററാക്ട് വിത്ത് സച്ച് പേഴ്സണാലിറ്റീസ് ആൻഡ് ഗെയിൻ സോ മച്ച് ഇൻസൈറ്റ്സ്. ഓൾറൈറ്റ്, സർ പറഞ്ഞത് വളരെ കറക്റ്റാണ് അബൌട്ട് ഇൻറ്റൻഷൻസ്. ഐ തിങ്ക് യെസ്, ഞാൻ ഓപ്ര വിൻഫ്രേ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഫോർ എ വെരി ലോങ് പീരിയഡ് ഇൻ ഹെർ ലൈഫ് ഷീ റിമെയിൻ പുവർ. പക്ഷെ അത് കഴിഞ്ഞിട്ട് വെൻ ഷീ സഡൻലി ബിക്കെയിം റിച്ച്, ഷീ ഡിഡൻറ്റ് നോ വാട്ട് ടു ഡു വിത്ത് ഓൾ ഹെർ മണി. ആൻഡ് ദെൻ ലേറ്റർ ഓൺ സംവെയർ ഷീ ചാനൽഡ് ഹെർ തോട്ട്സ് ഓൺ ടു ഫോക്കസിങ് ഓൺ ഇൻറ്റൻഷൻസ് ആൻഡ് നോട്ട് ജസ്റ്റ് ദി മണി ഓർ പ്രോഫിറ്റ്. അപ്പം ആ ഒരു നമ്മൾ എന്തൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിലും വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് യു ഡൂയിങ് ദിസ്, ആൻഡ് ഇഫ് യു ഫൈൻഡ് ദാറ്റ് പേർപ്പസ് ആൻഡ് ദെൻ ഫോക്കസ്, മണി വിൽ ഓട്ടോമാറ്റിക്കലി കം എന്ന് പേഴ്സണലി ഞാനും വിശ്വസിക്കുന്ന ഒരാളാണ്. മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ടു ടോം സർ. സോ നമ്മുടെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് എഡ്ടെക് കമ്പനീസ് ഉണ്ട് അല്ലേ, സ്റ്റാർട്ടപ്സ് ഉണ്ട് എസ്പെഷ്യലി.
ആൻഡ് ഐ എം ഷുവർ നമ്മുടെ ഓഡിയൻസിൻ്റെ ഇടയിൽ കുറച്ച് ഫൗണ്ടേഴ്സൊക്കെ ഉണ്ടാവും. ആൻഡ് എസ്പെഷ്യലി കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് എഡ്ടെക് സ്റ്റാർട്ടപ്സ് ഉണ്ട്. അതിൽ ഫേമസ് ആയിട്ടുള്ളത് നമുക്കറിയാം, ഇൻ്റർവെല്ലിൻ്റെ സ്റ്റോറിയൊക്കെ നമ്മൾ നന്നായിട്ട് കേൾക്കുന്നതാണ്. So given your extensive experience and leadership both in education, skilling and training sector, and also your involvement with various global professional bodies and initiatives, താങ്കൾക്കൊരു unique perspective ആയിരിക്കും about the intersection of education, technology and global workforce demands. So how do you see the landscape of online education evolving in the coming years, especially in the context of India? And what role do you envision USDC playing in shaping the landscape? Once again, where do you think these edtech startups are heading towards? Thank you, Nasrin, for this question, and thank you for having me here in this ScaleUp conclave. ഈ ക്വസ്റ്റ്യൻ വളരെ റെലവൻറ്റും വളരെ ആപ്റ്റുമാണ്. പ്രത്യേകിച്ചും ഞാനൊരു എഡ്ടെക്കിൻ്റെ അല്ലെങ്കിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ സ്ട്രോങ് അഡ്വക്കേറ്റാണ്. എനിക്ക് നസ്രീൻ പറയുന്നത് പോലെ when I started a traditional education business, which is very simple. The kids are coming to the school for the face-to-face taught model. ക്ലാസ് റൂമിൽ വരിക, ഫേസ് ടു ഫേസ് ആയിട്ട് പഠിക്കുക എന്നൊരു കോൺസെപ്റ്റായിരുന്നു നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ളത്. ബട്ട് ടെക്നോളജി ദാറ്റ് ബ്രോഡ് ചേഞ്ച് ഇൻ എവറി സെക്ടർ, നോട്ട് ജസ്റ്റ് ഇൻ എഡ്യൂക്കേഷൻ. ഇഫ് യു ടേക്ക് ബാങ്കിങ്, ഫൈനാൻസ്, ഈവൻ ഹോസ്പിറ്റാലിറ്റി ഓർ ഈവൻ ഇ കോമേഴ്സ്, റീറ്റെയിൽ, എല്ലാ സെക്ടറിലും ടെക്നോളജി മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷനിലും ഉണ്ടാക്കി. Which is very simple. Even technology brings a scale, അല്ലേ? നമ്മൾ ടെക് എന്ന് പറയുന്നത് is a buzzword since 2010 or 2012. Ever since BYJU'S has started raising money, people ഈ ടെക്കിൻ്റെ പുറകെ അല്ലെങ്കിൽ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബസ് വേർഡാണ് എഡ്ടെക്. പക്ഷേ early 2000 തന്നെ ബില്യൺസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എഡ്ടെക്കിൽ നടന്നിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ടെക്നോളജിയിൽ ബില്യൺസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒത്തിരി കമ്പനീസ്, കാലിഫോർണിയ ബേസ്ഡ് കമ്പനീസ് അല്ലെങ്കിൽ ലണ്ടൻ ബേസ്ഡ്, യൂറോപ്പ് ബേസ്ഡ് കമ്പനീസിൽ നടന്നിട്ടുണ്ട്. എഡ്ടെക് വളരെ വളരെ ഞാൻ പറയാൻ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മാനേജിങ്, റാദർ ദാൻ മാനേജിങ് എ 60 in a classroom, we are managing 1000 or 10,000 in a classroom. വിച്ച് ഇസ് വെരി സിമ്പിൾ. നമ്മൾ ആ സ്കെയിൽ അഡ്രസ്സ് ചെയ്യുക അല്ലെങ്കിൽ സ്കെയിലബിലിറ്റി കൊണ്ടുവരിക. ടെക്നോളജി ബ്രിങ്സ് സ്കെയിൽ, ടെക്നോളജി ബ്രിങ്സ് എഫിഷ്യൻസി, ടെക്നോളജി ആക്സിലറേറ്റ് ഗ്രോത്ത്, വിച്ച് ഈസ് സിമ്പിൾ ആൻഡ് വിച്ച് ഇസ് വെരി സിമ്പിൾ. ഇഫ് ഐ ഡിഫൈൻ എ ടെക്, അതാണ് എനിക്ക് പറയാൻ. പിന്നെ നമ്മുടെ ഒരു കമ്പനി USDC എന്ന് പറയും, വിച്ച് ഇസ് വാട്ട് വി ഡു ഓൺലൈൻ ഡിഗ്രി മാർക്കറ്റ്. ഓൺലൈൻ ഡിഗ്രി എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ ഡിഗ്രി ടെക്നോളജി എഡ്ടെക് എടുക്കുവാണെങ്കിൽ പല സെഗ്മെൻ്റ് ഉണ്ട്. K-12 സെഗ്മെൻ്റ് ഉണ്ട്. അതായത് ബൈജൂസ് പോലുള്ള കമ്പനീസ് ചെയ്യുന്നത് സ്കൂൾ ട്യൂഷൻ വേണ്ടി അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നതിനൊപ്പം തന്നെ സ്കൂൾ ട്യൂഷൻ പഠിക്കുക. അതുപോലെ തന്നെ വേറെ കോസറ, ലിങ്ക്ഡിൻ, ലിൻറ്റ അല്ലെങ്കിൽ ഡെക്സ് ഒക്കെ നിങ്ങൾ പരിചിതമായിരിക്കും. അവർ പഠിക്കുന്നത് കുറച്ചും കൂടെ പ്രൊഫഷണൽ സൈഡ്. നിങ്ങളൊരു ജോലി ചെയ്യുന്ന ആളായിരിക്കും, അതിനൊപ്പം തന്നെ ഒരു സ്കിൽ സെറ്റ് അക്യൂർ ചെയ്യുക. പക്ഷെ നമ്മൾ USDC ആസ് എ കമ്പനി, വാട്ട് വി വെഞ്ചർ, ഇന്ത്യ ദി എഡ്യൂക്കേഷൻ ഇസ് വെരി റെഗുലേറ്റഡ്. എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ ഭയങ്കര റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. ഈ പ്രൊഫഷണൽ സ്കിൽസ് പോലെയോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ട്രെയിനിങ് പോലെയോ അല്ല ഹയർ എഡ്യൂക്കേഷൻ. എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ദ ഡിഗ്രി മാർക്കറ്റ്, ഇറ്റ് വാസ് ഹൈലി റെഗുലേറ്റഡ് until 2021. Ever since the government has come with a new policy, the online degree regulations. 2021 അങ്ങനെ റെഗുലേഷൻ കൊണ്ടുവന്ന് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾക്ക് ഫേസ് ടു ഫേസിനൊപ്പം തന്നെ ഓൺലൈൻ ഡിഗ്രി അക്വയർ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഗ്രാൻറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ വരുന്നത് 2021. ഏകദേശം 65 യൂണിവേഴ്സിറ്റികൾക്ക് ആ ലൈസൻസ് കിട്ടി. 65 യൂണിവേഴ്സിറ്റികളും they thought, which is very simple, because they were attracting students locally or geographically to their campus. If they have a university in Bangalore or even Kochi or even Chennai or Delhi, easy to attract students in the surrounding area to the campus. നമുക്കൊരു 60 അല്ലെങ്കിൽ 80 ക്ലാസ് റൂമിനെ ഫില്ല് ചെയ്താൽ മതി. ഒരു BCom അല്ലെങ്കിൽ ഒരു BTech അല്ലെങ്കിൽ ഒരു MTech MBA കോഴ്സ് എടുക്കുവാണെങ്കിൽ there are limited seats അല്ലേ. ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫില്ല് ചെയ്യുന്ന സീറ്റ്സ് മാത്രം ഫില്ല് ചെയ്താൽ മതി. പക്ഷേ ഈ ഓൺലൈൻ റെഗുലേഷൻ വന്നു കഴിഞ്ഞപ്പോൾ all the universities thought it's a very simple game. We are filling the seats in the regular mode. ഓൺലൈൻ വളരെ സിമ്പിളാണെന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു മിക്ക യൂണിവേഴ്സിറ്റികൾക്കുള്ളത്. അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഈ 65 യൂണിവേഴ്സിറ്റികൾ ലൈസൻസ് കിട്ടിയതിൽ except 3 or 4 and 61 miserably failed. They thought it's very simple game. They started അവരുടെ ഒരു ഓൺലൈൻ ഡിഗ്രി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്ന കോവിഡ് ടൈമിൽ
നമ്മുടെ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വിച്ച് ഇസ് വെരി സിമ്പിൾ ആസ് സൂം ഓർ MS ടീംസ് അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് ആണ് നമ്മുടെ ഒരു ഓൺലൈൻ. അതല്ല, അതിനപ്പുറം എന്താണ് ലേണറിന് എക്സ്പീരിയൻസ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ലേണർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അങ്ങനെ ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാൻ ഒരു യൂണിവേഴ്സിറ്റികൾക്കും ആ സമയത്ത് നടന്നിട്ടില്ല. അപ്പം അങ്ങനെയാണ് നമ്മളൊരു പ്രപ്പോസിഷൻ നമ്മൾ വെക്കുന്നത്, വൈ ക്യാൻ ബി ബിൽഡ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ. സോ യു ആർ ഡൂയിങ് വെരി ഗുഡ് ഇൻ യുവർ ട്രഡീഷണൽ ബിസിനസ്, സോ വി ബിൽഡ് യുവർ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. അപ്പോൾ നമ്മളൊരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്തു, നമ്മളൊരു ടെക്നോളജി ബിൽഡ് ചെയ്തു. വി സ്റ്റാർട്ടഡ് വിത്ത് വൺ യൂണിവേഴ്സിറ്റി. സോ ഈവൻ വി നെവർ തോട്ട്, ഐ മീൻ ദീസ് മാർക്കറ്റ് വാസ് സോ ബിഗ്. ഓക്കെ, നമ്മളും എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 3000 നമ്പേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലായിരിക്കും 2021 എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ദ Q1 itself, the Q1 itself, we crossed 3,000 students. We understood the potential of the market. Then we started digging into the depth of the market, the size of the market. This market is $5 billion market in India itself. $5 billion മാർക്കറ്റാണ് ഓൺലൈൻ ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഈ ഗവൺമെൻറ് ഇത് കൊണ്ടുവരാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ വിച്ച് ഈസ് ദ സ്റ്റുഡൻസ് ഗോയിങ് ടു ദി യൂണിവേഴ്സിറ്റി സോൺ ആഫ്റ്റർ ദി 10+2. ഈ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ കൺസിഡർ ചെയ്യുന്നത് +2 കഴിഞ്ഞിട്ട് എത്ര പേര് കോളേജിൽ പോകുന്നുണ്ട്, എത്ര പേര് യൂണിവേഴ്സിറ്റി പോകുന്നുണ്ടെന്ന് കൺസിഡർ ചെയ്താണ് ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ. ഈ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ ഇസ് വെരി ലോ കമ്പയർഡ് ടു എനി അതർ കൺട്രീസ്. 27 ആണ് ഇന്ത്യയുടെ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ. 100 പേര് പാസ്സാകുമ്പോൾ 27 പേരെ യൂണിവേഴ്സിറ്റി പോകുന്നുള്ളൂ. അത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനും മേക്കിംഗ് അറ്റ് 50-40 എത്തിക്കാൻ വേണ്ടിയാണ് ഈ ഓൺലൈൻ ഡിഗ്രി കൊണ്ടുവന്നത് കൂടുതൽ ആക്സസബിൾ ആക്കുക, അഫോർഡബിൾ ആക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ്, ഈ മാർക്കറ്റ് ഡെപ്ത് മനസ്സിലാക്കി നമ്മൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. സോ ദി മോഡൽ വെൻ റിയലി വെൽ വിത്ത് വൺ യൂണിവേഴ്സിറ്റി. വി തോട്ട് ഓഫ് replicating with others. I'm giving the wide labeled online program management, and now we have become the India's largest online degree facilitator, and recently we raised funds as well. I mean, we valued at $250 million now. അപ്പോൾ ആ ഒരു മാർക്കറ്റിൻ്റെ ഡെപ്ത്, ഇപ്പോൾ ഓൺലൈൻ ഡിഗ്രി മാർക്കറ്റിൽ ഇങ്ങനെ ഒരു യൂണിക് പ്രൊപ്പോസിഷനിൽ വർക്ക് ചെയ്യുന്ന ആരും ഉണ്ടാവില്ല. നമ്മളിതിനെ പറയുന്നത് ഹിൽട്ടൺ അല്ലെങ്കിൽ മാരിയോട്ട് മോഡൽ എന്നാണ്. ബിക്കോസ് വി ആസ് എ കമ്പനി നോ വൺ നോസ് ദാറ്റ്. ഐ മീൻ we empower universities, we give wide label solutions, and university can go online, go to market the very next day. This is the model, and of course considering the market size, നമ്മൾ ഈ പറയുന്ന GR അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഓൺലൈൻ ഡിഗ്രീസ് ശരിക്കും അഡ്രസ്സ് ചെയ്തിട്ടില്ല. കാരണം ഓൺലൈൻ ഡിഗ്രീസ് ഇപ്പോൾ എടുക്കുന്നതിൽ 75% ആൾക്കാരും പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസിന് വേണ്ടി, അത് GR കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടറി അല്ല. GR കൺസിഡർ ചെയ്യുന്നത് എപ്പോഴും +2 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 10+2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് വരുന്ന ഫാക്ടറാണ് GR കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഡിഗ്രി കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക് വരുന്ന ട്രാൻസിഷൻ ഒരിക്കലും GR കൺസിഡർ ചെയ്യുന്നില്ല. ഇപ്പോഴുള്ള മാർക്കറ്റ് ശരിക്കും അഡ്രസ്സ് ചെയ്യുന്നത് ഈ 75% സ്റ്റുഡൻസും ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ, അതായത് ഡിഗ്രി കഴിഞ്ഞ് എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നു, അതിനോടൊപ്പം തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുന്ന ഒരു മാർക്കറ്റാണ് ഇപ്പോൾ വരുന്നത്. വി ആർ യെറ്റ് ടു സീ the movement towards the undergraduate degrees online, which is yet to happen. Definitely it will happen. The reason is that India is a huge country. നമ്മുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ആണ്. അപ്പോൾ ആ ഒരു പോപ്പുലേഷനെ അല്ലെങ്കിൽ അവരുടെ ഒരു എഡ്യൂക്കേഷൻ ആക്സസബിൾ ആക്കണമെങ്കിൽ ഓൺലൈനിന് സാധിക്കും. അതൊരു നെക്സ്റ്റ് ഒരു 5 to 10 years കഴിയുമ്പോൾ 5 billion will, I'm pretty confident the market will consistently grow. And it has been growing. ഇപ്പോൾ നമ്മുടെ കമ്പനി എടുക്കുകയാണെങ്കിൽ the first year, I mean, we did a revenue of 117 crore. And we have bootstrapped. Okay, നമ്മൾ ഈ പറയുന്ന പല ടെക് കമ്പനികളും നമ്മളിപ്പോൾ ഇതിനു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ കഴിഞ്ഞ പാനലിൽ കണ്ടു, എന്തുകൊണ്ട് ടെക് വാല്യുവേഷൻ. നമ്മൾ ബാംഗ്ലൂർ, വി കം ഫ്രം ബാംഗ്ലൂർ. ബാംഗ്ലൂരിൽ 6 യൂണിക്കോൺസ് ഉണ്ട്, 6 യൂണിക്കോൺ ടെക് യൂണിക്കോൺസ് ഉണ്ട്. ഈ ടെക് യൂണിക്കോൺസ് എല്ലാം ഫോളോ ചെയ്തൊരു മോഡൽ എന്ന് പറയുന്നത് they have a concept and they went behind the investors. എസ്പെഷ്യലി 2018-2019 ടൈമിൽ എല്ലാ ഇൻവെസ്റ്റേഴ്സും എല്ലാ ഫണ്ട്സും ദേ വർ വെരി കീൻ ടു ബിൽഡ് യൂണിക്കോൺസ്. ഇപ്പം ടൈഗറിൻ്റെ എടുത്ത് ചെന്നാലും സെക്കോയുടെ എടുത്ത് ചെന്നാലും ദേ വാണ്ട് ടു ബിൽഡ് എ യൂണിക്കോൺ. ഈവൻ ഫോർ എ പേപ്പർ കോൺസെപ്റ്റ്, ഈവൻ വിത്ത് സിമ്പിൾ ഫാൻസി എക്സൽ, ദേ സ്റ്റാർട്ടഡ് പുട്ടിങ് മണി. ആ ഒരു കറക്ഷൻ ഇപ്പോൾ നടന്നു. ഇവിടെ എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത എല്ലാം കറക്ഷൻസ് ഇപ്പോൾ നടന്നു. ഇപ്പോൾ ബൈജൂസിൻ്റെ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ക്ലാസിക് കറക്ഷൻ ഹാസ് ഹാപ്പൻഡ്. വാട്ട് എവർ ദേ റേസ്ഡ് ആസ് എ വാല്യുവേഷൻ 22 billion, വിച്ച് നെവർ എക്സിസ്റ്റ്. ആ കറക്ഷൻ നടന്ന് ഇപ്പോൾ അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു സെറ്റ് ബാക്ക് ബട്ട് വെൻ വി സ്റ്റാർട്ട് ആസ് എ ബൂട്ട് സ്റ്റാപ്പ്, വി നെവർ റേസ് മണി അൺടിൽ ദ ലാസ്റ്റ് മന്ത്. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റർ കണ്ട ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ചലഞ്ചസ് റേസ് ചെയ്തത് ടെക്കിൻ്റെ ഈ പറയുന്ന ഇഷ്യൂസ് എല്ലാം ഈ വേൾഡ് മൊത്തം എടുക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ഇഷ്യൂ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരിലാണ്. കാരണം 6 യൂണിക്കോൺസ് ദേ റേസ് മണി ഫ്രം സോ കോൾഡ് ഓൾ ദി ബിഗ് PEs ആൻഡ് ഗുഡ് VCs.
So whenever we approach the fund, I mean, they started digging into a lot of things. But I mean, we prepared. I mean, we know how to handle it, and we were profitable from the day one. I mean, ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഒരു വേവ് നമ്മൾ ഈ മാർക്കറ്റ് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഇത്രയും നമ്പേഴ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ we understood the potential of the market. The year 2 was 2023 financial closing. We doubled the revenue. This year, I mean, we are touching around 340 crore revenue. So this is, and we believe in what we are doing. Rather than, I mean, just convincing the investor, I mean, there are two things happening in the market. One is basically raising investment for the sake of raising investment. Secondly, I mean, someone is raising money, I mean, for sake of doing business. And we believe in that second category. Pinne as a I mean, entrepreneur, I mean, ഞാൻ പറഞ്ഞ ട്രഡീഷണൽ മോഡൽ അതുപോലെ ഞാനും കുറേ ചെറിയ ടെക്സിൽ ചെറുതായിട്ട് നമ്മുടെ കൂടെ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു എഡ്യൂക്കേഷൻ ടെക്നോളജിയിൽ എല്ലാവരും ബിലീവ് ചെയ്യുന്നുണ്ട്. ടെക്നോളജി ക്യാൻ ബ്രിങ് ചേഞ്ച് എന്നുള്ളത് എല്ലാവരും ബിലീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈ എഡ്യൂക്കേഷനിൽ ഉറപ്പായിട്ടും എല്ലാ സെക്ടറിലും കൊണ്ടുവരുന്ന എഡ്യൂക്കേഷനിലും കൊണ്ടുവരുമെന്നുള്ളത് നമുക്ക് യഥാർത്ഥ കോൺഫിഡൻസ്. നമ്മൾ കണ്ട ഒത്തിരി പ്രൂവൺ മോഡൽസ് ഉണ്ട്, അത് നടക്കും ഉറപ്പായിട്ടും. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ എന്ത് സംഭവിച്ചാലും പീപ്പിൾ കനോട്ട് സേ നോ ടു എഡ്യൂക്കേഷൻ, നോട്ട് ടു ഹെൽത്ത് കെയർ, അല്ലേ? അതൊരു ബേസിക് നെസസിറ്റിയായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഈ മോഡൽ വിൽ ഗ്രോ ആൻഡ് ദിസ് ഇസ് മൈ ദി കൺവിക്ഷൻ ഓർ the views about EdTech. ആൻഡ് ദിസ് EdTechനെ കുറിച്ചുള്ള വളരെ മിഥ്യാധാരണകൾ എന്തുകൊണ്ട് ബൈജൂസ് അല്ലെങ്കിൽ അതിനെ ഒരു റോൾ മോഡലായിട്ട് അല്ലെങ്കിൽ ഒരു കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യേണ്ട. ഉറപ്പായിട്ടും ബിസിനസ് ഗ്രോ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഗ്രോത്ത് ആക്സലറേറ്റ് ചെയ്യണമെങ്കിൽ വി നീഡ് കറൻസി ആസ് എ ഫ്യൂവൽ. But I mean, we need to raise money only for എന്താണോ നമുക്ക് വേണ്ട മണി മാത്രം റേസ് ചെയ്താൽ മതി. Be realistic. This is what I mean we learned from the last 2-3 years when we started talking to the people, when we started talking to the funds, when we started talking to the Ps and VCs. I mean, and I'm quite confident about it. I mean, to build to a $1 billion dollar in revenue next 2026. That's my mandate. I'm very confident on that. Thank you. Thank you, Tom. Yes, a big round of applause. Actually, that was quite a lot, and I'm sure that audience-ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും. So in the interest of time, I will move ahead. But before that, I also loved what you mentioned about the demographic dividend. നമ്മളുടെ കൺട്രിയിൽ ഇപ്പം ഏറ്റവും കൂടുതൽ യൂത്ത് പോപ്പുലേഷൻ ഉള്ളൊരു കൺട്രിയാണ്. സോ ഹൗ ഡു യു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് കറൻ്റ്ലി ഇസ് സംതിങ് ദാറ്റ് വി ഓൾ, എസ്പെഷ്യലി ദോസ് ഹു ആർ aspiring to go into these EdTech field and all that you need to think about. Anyways, my next question, once again, Nasser sir, is to you. സാറിനെ ഞാൻ വായിച്ചിട്ടുണ്ട് ദാറ്റ് ഒരു 4-member ടീമിൽ നിന്നാണ് സാർ തുടങ്ങിയത്. ഇന്നിപ്പോൾ 24 ഡിഫറെൻറ്റ് വേർട്ടിക്കൽസ് ആൻഡ് ഓഫീസസ് ഒക്കെ അക്രോസ് കൺട്രീസ് ഉണ്ട് സാറിന്. സോ കെൻ യു ഷെയർ എ ലിറ്റിൽ ബിറ്റ് അബൌട്ട് യുവർ എക്സ്പാൻഷൻ? ഈ 4-member ടീം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ബ്രദറിലോ പിന്നെ എൻ്റെ കസിൻ ബ്രദറും എൻ്റെ വൈഫും ഉണ്ടായിരുന്നു. കാരണം അന്നൊരു അക്കൗണ്ട്സ് ഹെൽപ്പ് ചെയ്തിരുന്ന വൈഫാണ്. കാരണം അന്ന് ശമ്പളം കൊടുക്കാൻ, ഒരു അക്കൗണ്ടൻ്റ് ശമ്പളം കൊടുക്കാൻ ഇനീഷ്യൽ ലെവലിൽ നമുക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ 4-member ടീമാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ അവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ, കുവൈറ്റിൽ ആസ് എ സ്മോൾ ഓഫീസ് വി സ്റ്റാർട്ടഡ്, ഗ്രാജ്വലി വി എക്സ്പാൻഡഡ്. നമുക്ക് മിലിറ്ററി കോൺട്രാക്ട്സും എല്ലാം കിട്ടാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോഴും നമ്മൾ പലരും പറയുന്ന കാര്യമാണ്, നമ്മളെ കുടുംബത്തിലുള്ള ആൾക്കാർ വന്നാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞങ്ങളെ കമ്പനിയിൽ ഇപ്പോൾ ഒരു 600 പേര് 550 പേരുള്ളതിൽ 30% നമ്മളെ ഫാമിലിയിൽ നിന്നുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ നമ്മൾ വളരുന്നതോടുകൂടി അവർ കൂടിയും വളരണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ പ്ലാൻഡായിട്ട് ഞാനിപ്പോൾ ഓഫീസിൽ വന്നാലും നമ്മളെ വെയർ ഹൗസിൽ ജോലി ചെയ്യുന്ന ആളുകൾ മുതൽ എല്ലാവരും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ മാനേജേഴ്സ് മാത്രമല്ല എല്ലാവരും ഓരോരുത്തരായിട്ട്. അപ്പോൾ ഞങ്ങൾ കുവൈറ്റ് തുടങ്ങി ഞങ്ങൾ പിന്നെ ഫോക്കസ്ഡ് ആയിരുന്നു നമ്മൾ ആ ബിസിനസ്സിൽ. അതുകൊണ്ട് നമുക്ക് പിന്നെ തുടങ്ങിയത് ഇറാഖാണ്. പിന്നെ നമ്മൾ ദുബായ് എന്ന് പറഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് ലെവലിൽ ദുബായ് തുടങ്ങി. അങ്ങനെ നമ്മളിപ്പോൾ എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഫൈനലി നമ്മൾ പോളണ്ടും യുക്രൈനും, നമ്മൾ 2 സ്ഥലത്തും, നമ്മൾ യുക്രൈൻ എന്ന് പറഞ്ഞാൽ വാർ സോണാണ്, എന്നാലും നമ്മൾ യുണൈറ്റഡ് നേഷനും മറ്റൊക്കെ തുടങ്ങി. അവിടെ എല്ലാം നമുക്ക് ആളുകളുണ്ട്. അപ്പോൾ അത് ഒരു ഫോക്കസ്ഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷുവറായിട്ടും നമുക്ക് സക്സീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളത് വളരെ പ്ലാൻഡായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സക്സീഡ് ചെയ്യാൻ പറ്റും. ഞങ്ങളിപ്പോൾ ഇത് കൂടാതെ നമ്മൾ വേറെ പല ഡിവിഷൻസും ഉണ്ട്. ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റാലിറ്റി എൻ്റെ ഫാദറായിട്ട് മുന്നുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ആയുർവേദ ഒരു 200 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് സാത്മിയ എന്ന് പറഞ്ഞത്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അതും ഞാൻ എൻ്റെ ഗ്രാമത്തിൽ തന്നെയാണ് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ പുറത്ത് വയനാടോ അല്ലെങ്കിൽ നമുക്ക് മൂന്നാർ പോലത്തെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പല സ്ഥലങ്ങളുണ്ട്. പക്ഷേ
നമ്മളെ നാട്ടിൽ എന്തുകൊണ്ട് ചെയ്തുകൂടാ? നമ്മളെ വീടിൻ്റെ അടുത്ത് നമ്മളെ നാട്ടുകാർക്കും ഇവിടെ ഇപ്പോൾ ഒരു 200 കോടി രൂപയുടെ പ്രൊജക്റ്റാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നു വലിയ 1-2 വലിയ പ്രൊജക്റ്റ് വരുന്നുണ്ട്. എന്നാലും അതിൽ ഒരു കുഴപ്പമില്ലാത്തൊരു പ്രൊജക്റ്റാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഒരു ബാക്ക് ആൻഡ് ഓഫീസ് ഒരു 100 പേരോളം 120 പേരുണ്ട് ഇപ്പോൾ എനിക്ക് നാട്ടിൽ. അപ്പോൾ അതും നമ്മളെ ഈ നമ്പേഴ്സിൽ കൂടണം. BPO ഞാൻ ഇന്നലെ ഞങ്ങളെ സ്കെയിലപ്പ് ഡിസ്കഷനിലും ഞാൻ പറഞ്ഞു, നമ്മളെ ഗ്രാമങ്ങളിൽ നമുക്ക് എന്തായാലും BPOs പറ്റും. അപ്പോൾ ഈ BPO കാരണം എന്താ വെച്ചാൽ നമ്മളെ മലയാളികൾ, നമ്മളെ കേരളത്തിലുള്ള മലയാളികളെ മാതിരി ഇത്ര നല്ല വർക്ക് ഫോഴ്സ് ലോകത്ത് എവിടെ പോയാലും ഏത് സ്ഥാപനത്തിൽ പോയാലും നമ്മളെ ആളുകളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. നമ്മൾ ചിലപ്പോൾ നാട്ടിൽ നമ്മൾ കുറച്ച് ഉഴപ്പൊക്കെ ചെയ്യിച്ചാലും പുറത്ത് പോയി കഴിഞ്ഞാൽ മലയാളിയുടെ പോലെ കേരളൈറ്റ്സിൻ്റെ പോലെ ഇത്രയും വർക്കഹോളിക് ആയിട്ടുള്ളതും ഇത്തരം അഡാപ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാർ വേറെ ഇല്ല. അപ്പോൾ ഞങ്ങൾ ഗ്രാജ്വലി നമ്മളത് ഒരു ഓഫീസസൊക്കെ ഡെവലപ്പ് 15 വർഷം, ഇത് ഞങ്ങൾ 15ാമത്തെ വർഷമാണ്. 15 വർഷം എടുത്തു ഞങ്ങളിതിന്. വേറെ പല വേർട്ടിക്കിൾസിലും നമ്മൾ ഇൻവോൾവ് ചെയ്തു. നേരത്തെ ഇപ്പോൾ എഡ്യൂക്കേഷൻ ഈസ് വൺ ഓഫ് ദ എഡ്യൂക്കേഷൻ ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു ഇതാണ്. ഈ ലോജിസ്റ്റിക്സിലെ ട്രെയിനിങ് കോളേജസ് ഞങ്ങൾ 3 ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം 125 കുട്ടികൾ 150 കുട്ടികളാണ് നമ്മളൊരു ഒരു കൊല്ലം നമ്മൾ ഒരു ബ്രാഞ്ചിൽ നമ്മൾ ഇതാക്കുള്ളൂ. അപ്പോൾ ഇവർ 450 കുട്ടികൾ നമുക്കിപ്പോൾ പാസ് ഔട്ടായിട്ട് പോയി. അപ്പോൾ അതും നമ്മൾ ഗ്രാജ്വലി നമ്മളതിൽ ഇൻക്രീസ് ചെയ്യുകയാണെന്നായിട്ടില്ല. അപ്പോൾ അത് ഇറ്റ് ഹാപ്പൻസ്. നമ്മൾ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോൾ അത് ഗ്രാജ്വലി നമുക്ക് ബ്രാഞ്ചസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ പീപ്പിൾ ആർ ഓൾസോ ദെയർ. നൗ വി ആർ അറൗണ്ട് 550 പീപ്പിൾ നമ്മൾ GCCയിലുണ്ട്. അതുപോലെ 120 ആൾക്കാർ നാട്ടിലുണ്ട്. സോ ഇറ്റ്സ് മൂവിങ് ഓൺ ബൈ ഗോഡ്സ് ഗ്രേസ്, താങ്ക്സ് ടു ദ ഓൾമൈറ്റി ആൻഡ് താങ്ക്സ് ടു അവർ പാരൻസ് ആൻഡ് ഓൾ ഹു ആർ ദെയർ വിത്ത് അസ്. നമ്മളെ രക്ഷിതാക്കളോടും അവരെല്ലാം നന്മകൾ ചെയ്തുകൊണ്ടുള്ള ഒരു ഇതും കൂടിയാവും നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് വിചാരിക്കുന്നു. എന്തായാലും ദാറ്റ്സ് ഇറ്റ്. Thank you, sir. Sir, next question is to Hassan, sir. And with that, last one more question and we'll take questions from audience. Sir, ഇപ്പം ദുബായിലാണെങ്കിലും നാട്ടിലാണെങ്കിലും 2 സ്ഥലത്തും ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പം ദുബായിൽ നിന്ന് എന്ത് ബിസിനസ് കൾച്ചറാണ് നമുക്ക് നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ടത് സാറിൻ്റെ അഭിപ്രായത്തിൽ? ബിസിനസ് കൾച്ചറായിട്ട് 1 മിനിറ്റ് കൊണ്ട് പറയണോ, 2 മിനിറ്റ് കൊണ്ട് പറയണോ, 5 മിനിറ്റ് കൊണ്ട് പറയണോ? തൽക്കാലം ഒരു 3 മിനിറ്റ് കൊണ്ട് പറയാം സർ. 3 മിനിറ്റ് ഇല്ല, സോറി, 2 മിനിറ്റ്സ്. താങ്ക് യു ടോം ജോസഫ്. ഞാനും ഈ ഓൺലൈനൊക്കെ പറയുമ്പോൾ ആദ്യം വിചാരിച്ച മാതിരില്ല. ഓൺലൈൻ്റെ ഒക്കെ ഒരു സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ മകൾ ഇപ്പോൾ അടുത്ത ദിവസം ഒരു കോഴ്സ് ചെയ്തു ഹവാർഡ് യൂണിവേഴ്സിറ്റിയിൽ. അതിന് ഫാമിലി ബിസിനസ്സായിരുന്നു. അപ്പോൾ എന്നോട് മോള് പറഞ്ഞത് അപ്പം നമ്മൾ അവിടെ പോയി പഠിക്കുന്ന ഫീലിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ എന്തൊക്കെയായാലും ഞാൻ ആലോചിച്ചപ്പോൾ ജ്വല്ലറി, ഡയമണ്ട്സ് എന്തുവേണമെങ്കിൽ നമുക്ക് ഓൺലൈനിൽ മുസ്തഫ ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ നമ്മുടെ ഹോസ്പിറ്റാലിറ്റി പോയി കഴിഞ്ഞുള്ള എക്സ്പീരിയൻസിന് പോയി അവിടെ കിടക്കണം, അല്ലാതെ രക്ഷയില്ല. ഓൺലൈൻ ചെയ്യാൻ പറ്റില്ല. കറക്റ്റ്. പല ബിസിനസ്സുകളൊന്നും വെക്കണം. അപ്പോൾ ട്രഡീഷണലുള്ള ബിസിനസ്സുകൾ അതുപോലെ ടച്ച് ആൻഡ് ഫീലിംഗ് അത് പല രൂപത്തിൽ വരുന്നുണ്ടെങ്കിലും ആ നമ്മളെ ട്രഡീഷൻസിനെയും കൂടി മുറുകെ പിടിച്ചിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഇപ്പോൾ ദുബായിലത്തെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ ലോകത്തിനൊരു മാതൃകയാണ്. ദുബായിലൊരു ബിസിനസ് കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒന്ന്, നമ്മൾ ഇവിടെ ഇപ്പോൾ ഈ കൂടിയിരിക്കുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളെപ്പോഴും ഒരു ഗ്ലോബൽ സിറ്റിസനായി ചിന്തിക്കുക എന്നുള്ളത്. അവിടെ എല്ലാ മനുഷ്യരും ആദം സന്തതികളാണ്. ഒറ്റ പാപ്പാടയും മട മക്കളുണ്ട് എന്ന് ചിന്തിച്ചാൽ ഈ ലോകമേ തറവാട്, മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ നമ്മൾ ഓരോ ഡിവിഷൻ്റെ പേരിലും വ്യത്യസ്തതയില്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ ഈ പ്ലാനറ്റ് നമ്മളുടെ എല്ലാവരുടെയും ഒരുമിച്ച് ജീവിക്കാനുള്ള സ്ഥലമാണ് ഈ പ്ലാനറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതാണ് അവിടുത്തെ ഒരു കോൺസെപ്റ്റ്. ഈ ലോകം 10-200 രാജ്യങ്ങളുള്ള മൊത്തം രാജ്യങ്ങൾ ദുബായിലുണ്ട്. അവിടുത്തെ വിഷണറി ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ആലോചിക്കുന്നത് നമ്മളിപ്പോൾ വൈത്തിരിയാലും ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ ഉള്ള പ്രകൃതി തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെ പ്രകൃതി കൊടുത്തുള്ള മണലാണ്ടികളാണ്. അവിടെ അവരുണ്ടാക്കുന്നത് വെള്ളമില്ല ഒന്നുമില്ലാത്ത സ്ഥലത്ത് അവിടെ ശരിക്കും മില്യൺസ് ഓഫ് ട്രീസ് ഒക്കെ പ്ലാന്റ് ചെയ്ത് ഇപ്പോൾ ഫോറസ്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നല്ല നല്ല ഐലൻഡുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു ഭംഗി. അപ്പോൾ ഇതൊക്കെ എത്രയോ കാശ് ഇൻവെസ്റ്റ് ചെയ്ത് അവർ ചെയ്യുന്നതാണ്. നമുക്ക് ഉള്ള പ്രകൃതി നമുക്ക് പ്രകൃതി കടാക്ഷിച്ച് പ്രകൃതി തന്നിട്ടുള്ള നമ്മളെ ഭൂമി, നമ്മളെ സ്വത്തുകൾ അതുപോലെ പരിപാലിക്കുന്നില്ല എന്നുള്ളൊരു സങ്കടമാണ്. ഒന്നുമില്ലാത്ത സ്ഥലത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ലോക ജനതയെ ഒന്നിച്ച് ആ മരുഭൂമിയിലേക്ക് വരുത്താൻ കഴിവുള്ള ജനതയാണ് ദുബായിലുള്ള അതിൻ്റെ വിഷണറി ലീഡേഴ്സ്. അത്തരം ലീഡേഴ്സ് എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം നമുക്ക് കോപ്പി ചെയ്യുന്നതാണ്. അപ്പോൾ മനുഷ്യരെ ഒന്നായി കാണുകയും അവരുടെ നിയമം എല്ലാവർക്കും ഒരുപോലെ ആക്കുകയും ചെയ്യുന്ന ഒരു രീതി. ഒന്നിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടാണ്ടവരെല്ലാം നമ്മൾ ഒരേ പ്ലാനറ്റിൻ്റെ നിവാസികളാണ്, ഒന്നാണ് എന്നുള്ള ആ ബിസിനസ്സിൻ്റെ അട്രാക്ഷൻസിന് ഇവിടെ കൊണ്ടുവരേണ്ടത്. ദുബായിൽ കൊണ്ടുവരുന്നത്
ദുബായിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാശുണ്ടോ? ഇവിടെ ഭൂമി ഈ ഇതേതൊരു സ്ഥലം പെരിന്തൽമണ്ണയിൽ നമ്മൾ ഇപ്പം ഭൂമി വാങ്ങിക്കുന്നമാതിരി ദുബായിൽ സ്ഥലം വാങ്ങിക്കുക, നമുക്ക് വീട് വെക്കാം. എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് അവിടെ. അവിടെ മണ്ണിൻ്റെ മക്കൾ വാദമില്ല. മണ്ണിൻ്റെ മക്കൾ വാദമുണ്ട്, അത് പ്ലാനറ്റിൻ്റെ മക്കളായാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ ഒരു വിഷൻ എന്ന് പറഞ്ഞാലേ മനുഷ്യനൊന്നായി അവിടെ അമ്പലത്തിന് പോകേണ്ടവർക്ക് അമ്പലത്തിൽ പോവാം, ചർച്ചിൽ പോകേണ്ടവർക്ക് ചർച്ചിൽ പോവാം, പള്ളിയിൽ പോകേണ്ടവർക്ക് പള്ളിയിൽ പോവാം. ഏത് മതക്കാർക്കും അവിടെ മതം അനുസരിക്കുന്ന അനുശാസിക്കുന്ന രൂപത്തിൽ പ്രാർത്ഥിക്കാനും സ്വതന്ത്രമായ ഒരു രാജ്യമാണ്. എല്ലാവിധ സൗകര്യങ്ങളും നൽകുന്ന ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഉള്ള രാജ്യമാണ് ദുബായ്. വന്ന ഒരാൾ പലപ്പോഴും എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ചില ഡോക്ടേഴ്സ്, പല ആളുകളും വലിയ വലിയ അറിയപ്പെടുന്ന ആളുകളൊക്കെ വന്നിട്ട് ഒരു 3 വർഷത്തിന് ഇവിടെ തിരക്കായിട്ട് അവിടെ ഒന്ന് റെസ്റ്റ് എടുക്കുക എന്നൊരു ചേഞ്ചിന് വേണ്ടി വന്നത് പറയും. അവസാനം അവിടെ നിന്ന് ആരും പോകാറില്ല. ഞങ്ങളൊക്കെ ഈ പ്രായമായാലും ഇപ്പോഴും ഞങ്ങളുടെ സിസ്റ്റം വർക്കുന്ന അവിടെ. അപ്പം ദുബായിൽ വന്ന് സെറ്റിൽ ചെയ്ത ആൾ പൊതുവേ തിരിച്ചു പോകാൻ ആവശ്യം വരാറില്ല. പക്ഷെ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി ഇത് എല്ലാം നമുക്ക് പ്രകൃതി എന്നുള്ള ഈ ഭൂമി ഇവിടെ ഇത്ര ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ജനങ്ങളെ ഇവിടെ ആകർഷിക്കാനും ഈ ഭൂമിയും അതേപോലെ അവിടുത്തെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഇവിടെയും കോപ്പി ചെയ്യാവുന്നതാണ്. അതാണ് ശരിക്കും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത്. പിന്നെ ഇപ്പോൾ ഞാൻ ആലോചിക്കും ഈ കേരളത്തിൽ ഒരു വാക്ക് ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഈ എന്താണ് COP28 കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്നത് ലോകത്തിലെ എല്ലാ വർഷവും നടക്കുന്നത്. എന്താണ് കോൺഫറൻസ് പാർട്ടീസ്? ഇത് ക്ലൈമറ്റ് സബ്മിറ്റാണ് UN-ൻ്റെ. അപ്പോൾ UN-ൻ്റെ ക്ലൈമറ്റ് സബ്മിറ്റ് എന്താണ് അവർ പറയുന്നത്? നമ്മൾ എങ്ങനെ നമ്മുടെ ഈ പ്ലാനറ്റ് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ജീവിക്കേണ്ടതാണ്. അപ്പോൾ എങ്ങനെ നമ്മളുടെ വായു ശുദ്ധീകരിക്കാം, എങ്ങനെ നമുക്ക് നല്ല ശുദ്ധമായ വെള്ളം കുടിക്കാം. സത്യം പറഞ്ഞാൽ അതിന് കേരളത്തിനെ പോലൊരു മനോഹരമായ സ്ഥലങ്ങൾ വേറെ ഇല്ല. കേരളത്തിൽ ആ 2 കാര്യങ്ങളെ ചെയ്യുള്ളൂ. വണ്ടികൾ കംപ്ലീറ്റ് വെഹിക്കിളാക്കുക, അതുപോലെ സോളാർ സിസ്റ്റം. ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഗ്രീൻ കോൺസെപ്റ്റ്, കേരളം മൊത്തം ഗ്രീൻ കോൺസെപ്റ്റിൻ്റെ ആളായി. വെരി സിമ്പിൾ. ഇവിടെ അധികം ഇൻവെസ്റ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അവിടെ ലോകത്തിൽ ബില്യൺസ് ഓഫ് ഡോളർ ഇൻവെർട്ടിങ്ങായിട്ട് എയർ കറക്റ്റ് ചെയ്യാനും പ്യൂരിഫിക്കേഷൻ വേണ്ടി ചെയ്യുന്നത്. നമ്മൾ എയർ വളരെ ശുദ്ധമാണ്. നമ്മൾ ഏത് ഗ്രാമങ്ങൾ എവിടെ നോക്കിയാലും ഗ്രീനറി ഉണ്ട്, വെള്ളമുണ്ട്, ശുദ്ധമായ വായു, ശുദ്ധമായ വെള്ളം എല്ലാം കിട്ടുന്ന ഒരു കേരളമാണ്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ, നമ്മളെ മെൻറ്റാലിറ്റിയും ആറ്റിറ്റ്യൂഡൊക്കെ നന്നാൽ, അതും പ്രത്യേകിച്ച് ദുബായിലെ പോലുള്ള സ്ഥലങ്ങളൊക്കെ കോപ്പി അടിച്ചാൽ കേരളം ഒരുപോലെ നന്നാവും. ഇത് നല്ലൊരു സ്ഥലമാണ്. ദൈവം നൽകിയിട്ടുള്ള ഗോഡ്സ് ഓൺ കൺട്രിയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു സർ. ലോകമേ തറവാട് എനിക്കിഷ്ടമായി. ഓക്കെ, സോ നൗ സോറി വി ഹാവ് ഗോൺ ടൈം ഔട്ട്. സോ 2 ക്വസ്റ്റ്യൻസ് ഓഡിയൻസിൻ്റെയൊക്കെ പെട്ടെന്ന് എടുക്കാം. യു വോണ്ട് ടു ഷെയർ സംതിങ്? യെസ് സർ, പ്ലീസ് ഗോ അഹെഡ്. മറ്റൊന്നുമല്ല, നമ്മൾ ഇത്രയും വലിയൊരു ഇനിഷ്യേറ്റീവ് ഇവിടെ നടത്തിയ നമ്മുടെ പ്രിയങ്കരനായ MLA കുറിച്ച് ഒരു വാക്ക് പറയാതെ നിർത്തുന്നത് ശരിയല്ലെന്നോ. നമ്മുടെ ഹോട്ടലിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുതൽ ഒരുവിധം എല്ലാ മന്ത്രിമാരും MLA-മാരും താമസിക്കുന്നത് നമ്മുടെ ഹോട്ടലിൽ നിന്നിട്ടാണ്. ഈ നജീബ് സാഹിബ് നമ്മുടെ ഗസ്റ്റാണ്, സ്ഥിരമായ ഗസ്റ്റാണ്. സാധാരണ ഇപ്പോൾ ഈ ന്യൂജൻ വരുന്ന പോലെ എല്ലാവരും വരുമ്പോൾ ലോബിയിലൊക്കെ തിരക്കായിരിക്കും. സാധാരണ സെക്യൂരിറ്റി ഉണ്ടാവും, പ്രവർത്തകരുണ്ടാവും, ഓരോ ആവശ്യങ്ങളായിട്ട് വരുന്നത്. പക്ഷേ ഈ നജീബ് സാഹിബ് വന്നു കഴിഞ്ഞാൽ സാധാരണ ഈ ന്യൂജൻ ലാംഗ്വേജിൽ പറഞ്ഞാൽ ഒരു വൈബാണ് അവിടെ. അതൊരു പ്രത്യേകതയാണ്. കാരണം നമുക്ക് രാവിലെ തന്നെ കാണാം, രാവിലെ ഒരു 8 മണി മുതൽ നമുക്കിങ്ങനെ കാണാം പലവരായിട്ട് ഇങ്ങനെ ഗ്രൂപ്പിലിരിക്കുന്നത്. ഇവരെല്ലാവരും അറ്റൻഡ് ചെയ്തുകൊണ്ട് മീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ മീറ്റിംഗ് മണി വൈറ്റാക്കാനോ അല്ലെങ്കിൽ മൂപ്പർക്ക് അവിടെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയല്ല എന്നുള്ളത് എനിക്കറിയാം. കാരണം ഓരോ മീറ്റിങ്ങും പെരിന്തൽമണ്ണക്കാർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടിയിട്ടാണ്. അതിന് വി ഹാവ് ടു സല്യൂട്ട് ഹിം. കാരണം നമ്മൾ അത്രക്ക് എഫേർട്ട് 1 മിനിറ്റ് പോലും അദ്ദേഹം വേസ്റ്റ് ആക്കില്ല. അവിടെയുള്ള ഓരോരുത്തർ ബിസിനസ്സുകാരുണ്ട്, സാധാരണക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, പ്രവർത്തകരുണ്ട്, എല്ലാവരെയും ഈ ഒരു ഇതിനു വേണ്ടി മാത്രം. അത് പറയാതെ പോകുന്നത് ശരിയല്ല, കാരണം ഞാൻ നേരിട്ട് കാണുന്ന ഒരാളാണ്. താങ്ക് യു. വെരി കറക്റ്റ് സർ. ആക്ച്വലി ഞാനും അങ്ങനെ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ട്, ഫ്ലോറൻ്റെ ഹോട്ടലിൽ വെച്ചിട്ടുണ്ട്. സോ ഐ ക്യാൻ റിലേറ്റ് ടു വാട്ട് യു ആർ സേയിങ് ആൻഡ് ഐ ക്യാൻ ഇമാജിൻ ദാറ്റ് സീൻ ആക്ച്വലി. സോ 2 ക്വസ്റ്റ്യൻസിന് പെട്ടെന്ന് ആർക്കാ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്? കൈപ്പൊക്ക. യെസ്. ഹലോ, എനിക്ക് ചോദ്യം ടോം സാറിനോടാണ് ചോദിക്കാനുള്ളത്. അതായത് സാറിൻ്റെ ഇനീഷ്യേറ്റീവ്, അതായത് ഇന്ത്യയിൽ ഉടനീളം ദേശങ്ങൾക്കപ്പുറത്ത് എല്ലാവർക്കും എഡ്യൂക്കേഷൻ നൽകുക എന്നുള്ള വലിയൊരു കർത്തവ്യം
ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്രൊവൈഡിലൂടെ ലഭ്യമാക്കുന്നുണ്ട്. പക്ഷെ നമുക്കെന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും നമ്മൾ ഓരോരുത്തരും ഈ ഡിവൈസുകളുടെ ബൂമിങ് കാരണം സെൽഫ് സെൻട്രിക് ആയിരിക്കുകയാണ്. ഇപ്പം ഞാൻ എൻ്റെ ഫോണ് നോക്കിയിരിക്കുക. അപ്പം നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ പലപ്പോഴും കുട്ടികളാരും ശ്രദ്ധിക്കാനുണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ വല്യപ്പയോ വല്യമ്മയോ അവർക്ക് ഫോണില്ലെങ്കിൽ അവർ കുട്ടികളെ നോക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജനറേഷനാണ് നമുക്ക് വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് നമ്മൾ നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ കോളേജിൽ പഠിക്കുമ്പോൾ നമ്മൾ സ്നേഹം, സൗഹൃദം, കരുണ, ആർദ്രത തുടങ്ങിയ സാധനങ്ങളൊക്കെ നമ്മൾ ഇത്തരം സോഷ്യൽ സെക്ടറിലേക്ക് പോയിട്ടായിരുന്നു പഠിച്ചിരുന്നത്. അപ്പം നിലവിൽ ഇനി പോകുന്ന കാലഘട്ടത്തിൽ ആളുകൾ കൂടുതൽ ഓൺലൈൻ എഡ്യൂക്കേഷനെ പ്രിഫർ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. കാരണം നല്ല മെൻറ്റർഷിപ്പ്, നല്ല എക്സ്പേർട്ട് ക്ലാസ്സുകൾ കിട്ടും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇമോഷൻ അറ്റാച്ച്മെൻറ്റ് അല്ലെ ഇമോഷൻ എന്ന സാമൂഹിക ദൗത്യം എങ്ങനെയാണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് കവർ ചെയ്യാൻ സാധിക്കുക? There is a say, in online, emojis are emotions. ഇമോജികളായിരിക്കും ഇമോഷൻസ് എന്ന് പറയുന്നത്. സോ ലെറ്റ് മീ കം ടു ദാറ്റ് പോയിന്റ്. ഇപ്പം നമ്മുടെ ഒരു സ്കൂൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു K-12 സെഗ്മെൻറ്റിലും ഒരിക്കലും സ്കൂളുകളെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മോഡലല്ല ഞാൻ പറയുന്നതും അതിൽ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. എപ്പോഴും സ്കൂളിൽ പഠിക്കുന്നത് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു മോഡലാണ്. സ്കൂളിൽ പഠിക്കുക, അതിനൊരു ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് നമ്മുടെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ചിലപ്പോൾ US ടീച്ചറായിരിക്കും, ചിലപ്പോൾ നമ്മുടെ പെരിന്തൽമണ്ണ ഒരു ടീച്ചറായിരിക്കും. സ്കൂളിൽ പഠിക്കുന്നത് കുറച്ചും കൂടെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് ഞാൻ പറഞ്ഞതും അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും സ്കൂളുകൾ റീപ്ലേസ് ചെയ്തുകൊണ്ടുള്ള മോഡൽ നിയർ ഫ്യൂച്ചറിൽ വരാൻ പോകുന്നില്ല. ഐ എം ടോക്കിംഗ് അബൌട്ട് അപ് ടു K-12. ഈവൻ ഫോർ ദ അണ്ടർ ഗ്രാജുവേറ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ 27% ആൾക്കാർ മാത്രമേ അണ്ടർ ഗ്രാജുവേഷന് പോകുന്നുള്ളൂ. ബാക്കി 63% ആൾക്കാരും അണ്ടർ ഗ്രാജുവേഷന് ഒരു ടിപ്പിക്കൽ കോളേജിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലോ ജോയിൻ ചെയ്യുന്നില്ല. കുറച്ച് പേര് ചിലപ്പോൾ ഒരു ഡാറ്റ അവൈലബിൾ അല്ലാത്ത ഡിപ്ലോമാസോ അല്ലെങ്കിൽ വൊക്കേഷണൽ കോഴ്സുകളൊക്കെ എടുക്കുന്നുണ്ടായിരിക്കും. എന്നാലും ഒരു അപ്രോക്സിമേറ്റ് ഒരു 50% ആൾക്കാരും +2 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 10+2 കഴിഞ്ഞിട്ട് സ്കൂളുകളിലേക്ക് അല്ലെങ്കിൽ കോളേജുകളിലേക്ക് യൂണിവേഴ്സിറ്റികളിലേക്ക് പോകുന്നില്ല. അവരെവിടെ എൻഡപ്പ് ചെയ്യുന്നത് ഒരു വർക്ക് പ്ലേസിലായിരിക്കും. പ്രത്യേകിച്ചും +2 അല്ലെങ്കിൽ 10+2 കഴിഞ്ഞ് വരുന്നവർ എൻഡപ്പ് ചെയ്യുന്നത് ഒരു അൺഓർഗനൈസ്ഡ് വർക്ക് സ്പേസിലായിരിക്കും. അവരൊരു ഡെയിലി ലേബർ അല്ലെങ്കിൽ ഡെയിലി ജോബ് ചെയ്യുന്നവരായിരിക്കും. ഒരു പ്രൊഫഷണൽ എംപ്ലോയ്മെൻറ്റ് എന്തായാലും അവർക്ക് കിട്ടുന്നില്ല, ഉറപ്പാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു ടൂളാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ. ഒരിക്കലും നമ്മുടെ മൂല്യങ്ങളോ അല്ലെങ്കിൽ വാല്യൂസോ ഓൺലൈനിലേക്കൂടെ റീപ്ലേസ് ചെയ്യാമെന്നോ അത് മാറ്റിവെക്കാമെന്നോ അല്ല ഞാനും പറയുന്നത്. അത് നടക്കുകയില്ല. പിന്നെ ഈ നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ ഈ ആളുകളെ പരിചയപ്പെടുക അല്ലെങ്കിൽ ബാക്കിയുള്ള സ്കിൽസ് അല്ലെങ്കിൽ അതൊക്കെ ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, ഇപ്പോൾ നമുക്ക് കുറേ നെറ്റ്വർക്കിംഗ് സൈറ്റ്സുകളുണ്ട് ഇപ്പോൾ നമ്മുടെ പല നെറ്റ്വർക്കിംഗ് ഫേസ്ബുക്ക് പോലുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് ലിങ്ക്ഡിൻ പോലെ പ്ലാറ്റ്ഫോം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പോലുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. എന്തിനു വേണ്ടി ഡേറ്റിങ്ങിന് വരെ ആപ്പുള്ള സമയമാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മളൊരു നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്യാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോംസുകൾ വളരെ മുമ്പോട്ട് വരുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും നമ്മൾ സ്കൂളിൽ പണ്ട് പോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മൂല്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഈ പറയുന്ന ആളുകളെ എങ്ങനെ പെരുമാറണം, എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം, അതൊക്കെ സ്കൂളിൽ തന്നെ പഠിക്കാൻ പറ്റുള്ളൂ. അതിന് ഒരിക്കലും ഓൺലൈൻ റീപ്ലേസ് ചെയ്യില്ല. അത് റീപ്ലേസ് ചെയ്യുമെന്ന് ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ അത് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു വേ ഓഫ് ലേണിംഗ് ആണ് ഓൺലൈൻ. ഇപ്പോൾ ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്പേസ്, എൻ്റെ കോർ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന സ്പേസ് ഹയർ എഡ്യൂക്കേഷൻ സ്പേസാണ്. ആ ഹയർ എഡ്യൂക്കേഷൻ സ്പേസിൽ ഉറപ്പായിട്ടും ഈ ഡിഗ്രി ഞാൻ പറഞ്ഞു 75% പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസാണ് ജോയിൻ ചെയ്യുന്നത്. ഡിഗ്രി കഴിഞ്ഞ ആൾ സ്കൂളിലെ ഫണ്ട് കഴിഞ്ഞു, സ്കൂളിൽ മൂല്യങ്ങളെല്ലാം പഠിച്ചു, കോളേജിൽ അതിൽ നല്ല തകർത്തടിച്ച് വന്നിട്ട് വീണ്ടും 2 വർഷം കൂടെ ഫിസിക്കൽ ക്ലാസ് റൂമിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യമില്ല. 2 വർഷം പോയി ഫിസിക്കൽ ക്ലാസ് റൂമിൽ ഒരു റിസർച്ച് ഡ്രിവൺ അല്ലാത്തൊരു കോഴ്സ് പഠിക്കേണ്ട റിസർച്ച് ഡ്രിവൺ ആണെങ്കിൽ ഐ ടോട്ടലി അഡ്മിറ്റ് ദാറ്റ് ദേ ഷുഡ് ഗോ ടു ദ സ്കൂൾ ആൻഡ് എക്സ്പീരിയൻസ് ദ ലബോറട്ടറി ആൻഡ് എക്സ്പീരിയൻസ് ഓൾ ദ റിസർച്ച് സ്കിൽസ്. ബട്ട് ഫോർ എ ടോട്ട് കോഴ്സിന് 2 വർഷം കൂടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സും കൂടെ. കാരണം ഒരു 21 ഇയേഴ്സ് ആയിട്ടുള്ള മച്ചുറായിട്ടുള്ള സ്റ്റുഡൻ്റാണ് വീണ്ടും 2 വർഷം കൂടെ കോളേജിൽ പോകുന്നത്. അതിൻ്റെ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു റിസർച്ച് ഓറിയൻറ്റഡ് കോഴ്സിന് ശരിയാണ്, ദാറ്റ് മേക്സ് സെൻസ്. ദേ ഷുഡ് ആക്സസ് ലബോറട്ടറി, ദേ ഷുഡ് ആക്സസ് ദി പ്രൊജക്ട് ഫണ്ടിങ്, എവറിത്തിങ്. ബട്ട് ഫോർ ദ ടോട്ട് കോഴ്സ് അപ് ടു 75% ഒരു ക്ലാസ് റൂം എക്സ്പീരിയൻസ് വിത്ത് ടെക്നോളജി. ഇപ്പോൾ ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് AI എല്ലാം കൊണ്ട് നമുക്കൊരു എക്സെപ്ഷണൽ ക്ലാസ് റൂം എക്സ്പീരിയൻസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ ഓൺലൈനിലും പറ്റും. താങ്ക് യു. ഐ തിങ്ക് ഹോപ്പ് ഐ ആൻസർഡ് യുവർ ക്വസ്റ്റ്യൻ.
Thank you so much. Since we have run out of time, we would like to conclude this session. Once again, I would like to thank all the panelists here. And once again, I would like to mention that it is my privilege to be here and to have conducted this session. Thank you so much for your participation. Thank you so much, Nazreen, and thank you so much for the. Let's all give a big round of applause to our wonderful, eminent panelists, and may I humbly request you to kindly stay back and kindly accept a token of appreciation on behalf of the ScaleUp 2024. May I humbly request our wonderful MLA, Mr. Najeeb Kanthapuram, to kindly come over to the stage and hand over a token of love and appreciation to our dear panelists, Mr. Tom M. Joseph. Mr. Tom M. Joseph, may I humbly request you to kindly come forward and accept a token of love and appreciation from the ScaleUp 2024. And also at this time, I would love to highlight that an online education is only meant to complement the school education, and it could never replace any values that is being imparted at the school. Thank you so much. Dear MLA, may I humbly request you to now hand over the token of respect to Mr. BP Nazar. Sri BP Nazar avargalode ScaleUp 2024-ന്റെ ഒരു സ്നേഹോപഹാരം സ്വീകരിക്കുന്നതിനായി ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. Thank you so much for being here, and thank you so much for inspiring us on taking the roads less traveled. What a wonderful speech. Thanks a ton. And now may I request our honorable MLA to kindly hand over the token of respect and appreciation to someone who has been very active the past 2 days. നമ്മുടെ ScaleUp Conclave 2024-ലെ വളരെ സജീവ സാന്നിധ്യമായ ഒരു വ്യക്തിക്ക് ScaleUp 2024-ന്റെ ഒരു സ്നേഹ സമ്മാനം നൽകുന്നതിനായി ഞാൻ ക്ഷണിച്ചുകൊള്ളട്ടെ. With this, we have Mr. V.A. Hasan. And thank you so much for highlighting the points on acting on the feedback. What a very important speech, sir. Thank you so much. And may I also request Mr. Muhammad Rafi to join at this moment. Thank you so much for joining with the panel discussion, Mr. Muhammad Rafi. It was a privilege for us to have both of you here. And now, may I request Mr. Nazreen Shafiq Nadukal, the founder of FinScript Business Consultant, to kindly join with us on the pulpit and hand over a token of love and appreciation to our wonderful moderator, Ms. Nazreen Midlaj. Thank you so much, Nazreen, for very smoothly conducting such a wonderful, lovely, interactive session. Thank you so much for highlighting on scaling globally. And lastly, may I request Dr. Nilar from the IMA District Coordinator to kindly join with us on the pulpit and hand over a gesture of appreciation to Mr. Rafi. Thank you so much, Mr. Muhammad Rafi, for all your inputs and educating us on scaling up the business globally. Thank you so much, each one of you. Thank you so much for being here with us. May all of you kindly listen back. And with that, let's move ahead to the next session, which is a very engaging fireside chat. അതിൻ്റെ ഡിസ്കഷൻ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന പലരുടെയും മനസ്സിലുള്ള ഒരു ടോപ്പിക്കിനെ പറ്റി തന്നെയാണ്. ആക്ച്വലി ഇപ്പോൾ നമുക്ക് ചോദിച്ച ഒരു ചോദ്യവുമായി തന്നെ കണക്ട് ചെയ്ത് പറയാവുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. വി ഹാവ് ബീൻ ആസ്ക്ഡ് വെദർ ലൈക്ക് നമ്മളുടെ ഇപ്പോൾ ഉള്ള നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സസ് അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ ഉള്ള AI എഡ്യൂക്കേഷൻ, ഇതെല്ലാം വരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമ്മളുടെ സ്കൂൾ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കിട്ടുന്ന വാല്യൂസ്, ഇതിനെയൊക്കെ എങ്ങനെ നമുക്ക് റീപ്ലേസ്
റീപ്ലേസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ആകും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇപ്പോൾ റേസ് ചെയ്തിരുന്നു. ആൻഡ് ഓൾസോ ദാറ്റ് ഈസ് സംതിങ് ആറ്റ്സ് എ പോയിന്റ് ഓഫ് കൺസേൺ ഫോർ ഈച്ച് വൺ ഓഫ് us. എങ്ങനെയായിരിക്കും ഇനിയുള്ള വരും കാലങ്ങളിൽ അല്ലെങ്കിൽ വരും തലമുറകളുടെ സ്കൂൾ വിദ്യാഭ്യാസം, അതിൻ്റെ ഭാവി, അതൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ എല്ലാവർക്കും ഉണ്ടാകും. ആൻഡ് വി ആർ about to witness a very interesting interactive panel session on the same topic. And for the same, let me invite onto the stage the moderator, Mr. Aftab Shaukat PV, who is the founder and CEO at Expresso Global. And also let me add, നമ്മൾ ഇന്നത്തെ ScaleUp 2024ന്റെ ഈ ഒരു enterprise ഇൻസെപ്ഷൻ മുതലുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. So may we kindly have Mr. Aftab Shaukat PV, the founder and CEO at Expresso Global. Alright, sorry for small confusion. So നമുക്ക് ഇപ്പോൾ നമ്മളുടെ fireside chatന് മുന്നേ ആയിട്ട് we are about to witness an expert talk. For the same with us we have Mr. Shamim Rafiq. കേരളത്തിലെ വളരെ ലീഡിംഗ് ആയ ഒരു കോർപ്പറേറ്റ് ട്രെയിനർ കം ബിസിനസ് കോച്ചാണ് മിസ്റ്റർ ഷമീം റഫീഖ്. ആൻഡ് ഹി ഈസ് ഓൾസോ എ മോട്ടിവേഷണൽ കോച്ച് ദാറ്റ് ഇഗ്നൈറ്റ്സ് എ സ്പാർക്ക് ഇൻ മെനി പീപ്പിൾസ് ലൈഫ്. എ പാർട്ട്ണർ ആൻഡ് co-founder ഓഫ് സ്പാർക്ക് സ്റ്റോറീസ് that offers engaging AI-generated bedtime and customized stories for children of all abilities, including special needs. So may we have the pleasure of Mr. Shamim Rafiq joining with us on this wonderful, the lovely dice of the ScaleUp. All right, so good afternoon. This is a very silent audience. Good afternoon. Illa pora pora. Good afternoon. Illa orangiyo ennu ariyana. Thank you so much. I see ScaleUp enna ee program സംഘടിപ്പിച്ച ഇതിൻ്റെ ഭാരവാഹികൾ, പ്രത്യേകിച്ച് ശ്രീ നജീബ് അവർകളും ഇവർക്ക് എല്ലാവർക്കും നല്ലൊരു കൈഡി കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ? അല്ല, ഈ കൈഡി അല്ല, നിങ്ങളുടെ പെരിന്തൽമണ്ണക്കാരുടെ കൈഡി കുറച്ചുകൂടെ നല്ലോണം. ഇൻസിഡൻ്റലി ഇതുപോലൊരു ഇവൻ്റ് നടത്തുമ്പോഴുള്ള ടെൻഷൻ എൻ്റെ കണ്ണുകളിൽ പോലും മാറിയിട്ടില്ല. ഒരു 7 ദിവസത്തോളം ഒരു 2-3 മണിക്കൂർ മാത്രം ഇറങ്ങിക്കൊണ്ടാണ് മിനിഞ്ഞാന്ന് കൊച്ചിയിലും ഇതുപോലെ തന്നെ ഒരു പ്രോഗ്രാം ഞങ്ങൾ സംഘടിപ്പിച്ചു. 1000 പേരുടെ സിയാൽ കൺവെൻഷൻ ഹാളിൽ വെച്ചിട്ടായിരുന്നു.
വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം അതൊരു നല്ല രീതിയിൽ പോയ ഒരു പ്രോഗ്രാമായിരുന്നു. കാലത്ത് 9 തൊട്ട് രാത്രി 9 വരെ. എൻ്റെ പേര് ഷമീം റഫീഖ്. ചിലരെങ്കിലും സ്പാർക്ക് സ്റ്റോറീസ് എന്ന ചാനലിലൂടെയൊക്കെ എന്നെ കണ്ടു കാണും. എൻ്റെ കർമ്മമേഖല ട്രെയിനിങ് ആൻഡ് കോച്ചിങ് ആണ്. നിരവധി ബിസിനസ്സുകാരുമായി എല്ലാ ദിവസവും ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ ഒരു സ്റ്റാർട്ടപ്പും സ്കെയിലപ്പ് എന്നൊക്കെ വാക്ക് കേട്ടാൽ എൻ്റെ കണ്ണും കാതുമൊക്കെ അങ്ങോട്ട് പോകും. ഇന്ന് നമുക്ക് കുറച്ച് സമയമാണ് എനിക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സമയത്തിനുള്ളിൽ ചെറിയ എൻ്റെ മനസ്സിൽ തോന്നിയ ചില ആശയങ്ങൾ പറയാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ഐ നീഡ് എ റിയാക്റ്റീവ് ക്രൗഡ്. യെസ്, താങ്ക് യു. ഞാനിപ്പോൾ ഒരു ഓഡിയോ പ്ലേ ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ പറഞ്ഞത് തന്നെ അറിയാം, ഇപ്പോൾ യൂട്യൂബിലും എവിടെ ചെന്നാലും സത്യം പറഞ്ഞാൽ ഫേസ്ബുക്കോ ഇൻസ്റ്റയോ ഒന്നും തുറക്കാൻ പോലും പറ്റില്ല. കാരണം ആരൊരു പിക്ചർ ഇട്ടാലും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ പാട്ടാണ് നിങ്ങൾ കേൾക്കുന്നത്, അല്ലേ? ദിസ് ഇസ് വൈറൽ, പോപ്പുലർ, ട്രെൻഡിങ്, ഇൻസ്റ്റന്റ് ഹിറ്റ്. അഗ്രി? യു പ്രോമിസ് മീ ആൻ റിയാക്റ്റീവ് ക്രൗഡ്. യെസ്? ഇത് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ട് അതിൽ? എവിടെ ചെന്നാലും ഇത് മാത്രമേ കേൾക്കാനുള്ളൂ, അല്ലേ? അപ്പോൾ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇങ്ങനെ വൈറലാവുന്നത്. ഈ പാട്ടും അറിയാം അല്ലേ? അല്ല, ഇതിനു മുമ്പും ഇല്ലേ? പക്ഷേ ഈ പാട്ടുകൾക്കൊക്കെ വൈ ദിസ് കൊലവറടി, ഇതിനൊക്കെ ഒരു കുഴപ്പമുണ്ട്. ഒരു കാലം കഴിഞ്ഞാൽ ഇത് അപ്രസക്തമാവും. ഇപ്പോൾ വൈ ദിസ് കൊലവറടി ഒന്നും എവിടെയും കേട്ട് ഞാൻ ആരും സെൻസേഷണലായിട്ട് തോന്നുന്നില്ല. അല്ലെങ്കിൽ നേരത്തെ കേട്ട എൻ്റെ അമ്മയുടെ ജിമിക്ക് കമ്മലൊന്നും കേട്ട ഇത്ര ഇപ്പോൾ ഇൻസ്റ്റൻ്റ് ആണ്. പക്ഷേ അവിടെയല്ല. ഈ വൈറലും പോപ്പുലറിനും ട്രെൻഡിങ്ങും ഇൻസ്റ്റൻറ്റ് ഹിറ്റിനൊരു കുഴപ്പമുണ്ട്. ദിസ് വിൽ ഗീവ് യു ഷോർട്ട് ടേം സക്സസ്. ബട്ട് ഇൻ ദി അതർ സൈഡ് നമുക്കൊരു നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന പഴയ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ലെറ്റ്സ് ഹിയർ ദിസ്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ എത്ര വർഷം കേട്ടാലും നമുക്ക് ഓൾഡാണ്, ഗോൾഡാണ്, നൊസ്റ്റാൾജിക് ആണ്, എവർഗ്രീൻ ആണ്. വിൽ യു അഗ്രി? യെസ് ഓർ നോ? സോ മൈ ക്വസ്റ്റ്യൻ ടു ഓൾ ഓഫ് യു ഈസ് ദാറ്റ് നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് ആയിരിക്കാം, നിങ്ങളൊരു സ്കെയിൽ അപ്പിംഗ് സ്റ്റേജിലായിരിക്കാം. ആർ യു ലുക്കിംഗ് ഫോർ ഇൻസ്റ്റൻറ്റ് സക്സസ് ഓർ ആർ യു ലുക്കിംഗ് ഫോർ ആൻ ഓർഗനൈസേഷൻ വിച്ച് ഇസ് ദെയർ ടു ലിവ്? ഇത് നിങ്ങളുടെ ചോയ്സ് ആണ്. പലപ്പോഴും നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോൾ എല്ലാവർക്കും വേണ്ടത് ഷോർട്ട് ടേം സക്സസ് ആണ്. ഉടൻ പണം വേണം, ഉടൻ വളർത്തണം എന്ന ആഗ്രഹമാണ്. അത് മനുഷ്യൻ്റെ സ്വാഭാവികമായ ചിന്തകളിൽ വരുന്നതാണ്. പക്ഷെ ഒരു ഓർഗനൈസേഷൻ തുടങ്ങുന്നത് എവിടെയാണ്? ഞാൻ എന്നെ കണ്ടുമുട്ടിയ എല്ലാ സംരംഭകരോടും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സമൂഹത്തിലെ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ആയിരിക്കണം നിങ്ങളുടെ സംരംഭം. അങ്ങനെയാണോ? അങ്ങനെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ചിന്തിക്കേണ്ട സമയമാണ്. ഒന്നുകൂടെ, സമൂഹത്തിലെ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണോ നിങ്ങളുടെ സംരംഭം? യാദൃശികമായിട്ടാണെങ്കിലും കഴിഞ്ഞ വർഷം ജൂണിലാണ് എനിക്ക് എൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ടു. അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന സമയത്താണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ തലേ ദിവസം ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയിക്കളാൻ പറഞ്ഞ ആളാണ്. അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി അധികം നടത്തണ്ട, ഇരുത്തി എഴുന്നേൽപ്പിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നുന്നത്, ആ ഹോസ്പിറ്റലിലെ ബെഡ് ഇങ്ങനെ കറങ്ങിയിട്ടുണ്ടോ? കറക്കിയാൽ പൊങ്ങുന്ന ബെഡ് കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ബെഡ് വാങ്ങാം എന്ന് ഞാൻ ചിന്തിച്ചു. ഹോസ്പിറ്റലിൽ എൻ്റെ ഫാദറും മദറും എല്ലാവരും ഇരിക്കുന്ന കൂട്ടത്തിലാണ്. ഞാൻ അവരോട് പറയുന്നത്, നമുക്കിതൊരെണ്ണം വാങ്ങിയാലോ. എൻ്റെ ബ്രദറിനോട് പറഞ്ഞത്, നീ ഉടൻ തന്നെ ഗൂഗിളിൽ നോക്കി ഒരെണ്ണം കണ്ടുപിടിക്കൂ. അദ്ദേഹം എൻ്റെ അനിയനാണ്, അവൻ നേരെ അത് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം അവൻ തന്നെ പറഞ്ഞു, ഇത് വാങ്ങിയാൽ തന്നെ എന്തായാലും പാപ്പ കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റ് നടക്കാനുള്ളതാണ്. ഈ സാധനം എങ്ങനെ ഡിസ്പോസ് ചെയ്യും? അതൊരു വല്ലാത്ത ചോദ്യമായി. ശരിയാണല്ലോ, പിന്നെ OLX-ലിട്ട് ഇത്രയും വില കൂടിയൊരു സാധനം വെറുതെ വിൽക്കേണ്ടി വരുമോ എന്ന ചിന്ത ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞു സാരമില്ല എന്ന് പറയുമ്പോഴേക്കും, ഇല്ല ഇത് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരാളുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നമ്പർ എടുക്കുന്നു. എന്നാൽ ഞാൻ വിളിക്കാം. വിളിച്ച് എങ്ങനെയാണെന്നറിയാം, ഞാൻ എൻ്റെ പേര് ഷമീം റഫീഖ് എന്നാണ്. സാർ ഈ സ്പാർക്കിൻ? ഞാൻ പറഞ്ഞു അതെ. അയ്യോ സാറിനൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കും. വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ. ഞാൻ അദ്ദേഹത്തിൻ്റെ കഥ ചുരുക്കി പറയാം. അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം വിദേശത്തായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഭാര്യ ഒരു ഫിസിയോതെറാപ്പിസ്റ്റാണ്.
അവിടെ ഈ ഫിസിയോതെറാപ്പിക്ക് വരുന്ന പല ആൾക്കാരും ഇതുപോലെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈ കട്ടിൽ വാങ്ങേണ്ടി വരുമ്പോൾ പൈസ ഇല്ലാത്തവരാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ഡൊണേറ്റ് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കും അത്രേ. ഇത് കറക്റ്റ് 3 മാസം കഴിയുമ്പോൾ അവർ തിരിച്ചു വന്നിട്ട് ഈ കട്ടിലൊന്ന് തിരിച്ചെടുക്കുമോ, വീട്ടിലിടാൻ സ്ഥലമില്ല. ആ ചോദ്യത്തിൽ നിന്നാണ് ഇദ്ദേഹം നാട്ടിൽ തിരിച്ചു വന്ന് ഒരു സ്ഥാപനം തുടങ്ങിയത്. ഇത് റെൻറ്റിന് കൊടുക്കുക. സമൂഹത്തിലുണ്ടായ ഒരു ചെറിയ പ്രോബ്ലത്തിന് ഒരു പരിഹാരം സംരംഭം. അഗ്രി? ആർ യു ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്? സോ ദ ക്വസ്റ്റൻ ഇസ്, നമുക്കൊരു വൈ ഉണ്ടോ? എന്തിനാണ് ഈ സംരംഭം തുടങ്ങുന്നത്? പണമുണ്ടാക്കാനാണോ? പണമുണ്ടാക്കാൻ സംരംഭത്തിൽ ഇറങ്ങിയ ആരും പണമുണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല. സമൂഹത്തിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇറങ്ങിയവരാണ് നമ്മുടെ സമൂഹത്തിൽ വിജയിച്ച് കണ്ടിട്ടുള്ളത്. ഞാൻ എന്നും അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അവിടെ നിന്നാണ് ആ വിഷൻ എന്ന് പറഞ്ഞൊരു സാധനം വരുന്നത്. എന്താണ് ഈ വിഷൻ? ദീർഘവീക്ഷണം. നമ്മൾ എന്ത് തുടങ്ങുമ്പോഴും എത്ര നാളിത് നിലനിൽക്കണം എന്നുള്ളതാണ്. രണ്ട് തരം ബിസിനസ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ന്യൂജൻ ബിസിനസ് ഇസ് ഓൾ അബൌട്ട് ഒരു വാല്യുവേഷൻ ഉണ്ടാക്കി അത് വിറ്റ് കോടീശ്വരനാവണം. എനിക്ക് പരിചയമുള്ള നിരവധി ആൾക്കാർ ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, താങ്കളുടെ അധ്വാനത്തിൽ നിന്നുണ്ടായ ഒരു ബ്രാൻഡ് വിറ്റ് താങ്കളുടെ കയ്യിൽ കോടികൾ വന്നു, വാട്ട് നെക്സ്റ്റ്? ഈ പണം അടുത്ത തലമുറയ്ക്ക് കൊടുത്തിട്ട് പോകാനുള്ളതാണോ? അല്ല. അടുത്ത തലമുറയ്ക്ക് കൈമാറാനുള്ള ഒരു 100 കൊല്ലമെങ്കിലും നിലനിൽക്കണം എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു ബ്രാൻഡാണോ? പേരെനിക്ക് പറയാനാവില്ല. അടുത്ത സുഹൃത്താണ്, എറണാകുളം സ്വദേശിയാണ്, 82 വയസ്സുണ്ട്. പാൻഡമിക് കഴിഞ്ഞ് എനിക്കൊരു കോൾ വരികയാണ്, ഷമീം നിങ്ങൾക്ക് നിരവധി ബിസിനസ്സുകാരെ പരിചയമുണ്ട്, ഞാൻ എൻ്റെ സംരംഭം ഇത് മൊത്തമായി വിൽക്കാനായിട്ട് തയ്യാറാണ്, 100 കോടി വിറ്റുവരവുള്ളതാണ്. അദ്ദേഹം പണ്ട് ഒരു കൊതുതിരിയൊക്കെ ഉണ്ടാക്കി വലിയ മൾട്ടിനാഷണൽ കമ്പനിക്ക് വിറ്റിട്ടുമുണ്ട്. ഈ സംരംഭം വിൽക്കാൻ തയ്യാറാണ്, പ്രായമായി വരികയാണ്, കോവിഡൊക്കെ കഴിഞ്ഞു, ഒരു കോവിഡ് വന്നു, എപ്പോഴാണ് ദൈവത്തിൻ്റെ വിളി വരുന്നതെന്ന് അറിയില്ല. വളരെ വിഷമത്തോടുകൂടി പതറിയ ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, സാർ എന്ത് പറ്റി? മക്കളൊക്കെ? അതൊന്നും പറയണ്ട, 3 പേരാണ്. അതിൽ ഒരാൾ അമേരിക്കയിലുണ്ട്, 2 പേര് കാനഡയിലാണ്. അവരവിടെ സെറ്റിൽഡായി, അവരാരും തിരിച്ചു വരില്ല. ആ വേദന ഞാൻ തിരിച്ചറിഞ്ഞു. 50 കൊല്ലം ഒരു പുരുഷായുസിൽ ഉണ്ടാക്കിയ സാധനം ആർക്കോ വിറ്റിട്ട് പോകാനുള്ളതല്ല, അത് അടുത്ത തലമുറയ്ക്ക് കൈമാറണമെങ്കിൽ ആ വിഷനോടുകൂടി ഉണ്ടാക്കണം. വിൽ യു അഗ്രി വിത്ത് മീ ടുഡേ ആഫ്റ്റർനൂൺ? എനക്കൊന്നും കേൾക്കുന്നില്ല, യെസ് ഓണോ? ആ വിഷൻ ഇല്ലെങ്കിൽ പോയി. അപ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള എല്ലാവരും ഗോൾസ്, ഞാൻ നിരവധി ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പുകൾ ചെയ്യാറുണ്ട്. പക്ഷേ ആ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, എന്ത് വിഷൻ അച്ചീവ് ചെയ്യാനാണ് നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്? ദർ ഷുഡ് ബി എ വിഷൻ. വിഷനിൽ നിന്നാണ് ഗോൾ വരുന്നത്. നമുക്ക് ഗോൾ എന്ത് വേണമെങ്കിലും അച്ചീവ് ചെയ്യാം. പക്ഷേ ആ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ അതിനൊരു വിഷനിലേക്ക് എത്താനാണ് ആ ഗോൾ വേണ്ടത്. നമ്മൾ 5 കൊല്ലം കൊണ്ട് എവിടെ എത്തും, 10 കൊല്ലം കൊണ്ട് എവിടെ എത്തും, ഇത് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഗോളിലേക്ക് വരുന്നത്. ഗോൾ എങ്ങനെ വേണമെങ്കിൽ അച്ചീവ് ചെയ്യാം. പക്ഷേ ആ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരു വിഷൻ ഉണ്ടെങ്കിലേ ഗോൾ അച്ചീവ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ബിക്കോസ് റെസ്റ്റ് ഇസ് മണിയാണോ ഗോൾ? അല്ല. ഇപ്പം ഞാൻ എൻ്റെ ഈഗിൾ എന്ന് പറയുന്നൊരു കോച്ചിങ് പ്രോഗ്രാം 85 ബാച്ചായി പൂർത്തിയാക്കി. കൊച്ചി ഹോളിഡേ ഇൻ ഹോട്ടലിൽ 4 ദിവസമാണ് ഈ സംരംഭകർ. ഇതിൽ നിരവധി ആൾക്കാർ അറ്റൻഡ് ചെയ്തവരോട് ഇരിപ്പുണ്ട്. ഇൻസിഡൻ്റ്ലി അതിൽ 3-ാം ദിവസം ഞങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മളിൽ പല ആൾക്കാരും മറന്നു പോകുന്നൊരു ഗോളുണ്ട്. ബിസിനസ് ഗോളല്ല. ഗോൾ എന്ന് പറയുന്നത് ഒരു ലൈഫ് പ്ലാനിലെ ഒരു ചെറിയ ഗോളാണ് ബിസിനസ് ഗോൾ. അതിനോടൊപ്പം തന്നെ ഫാമിലി ഗോൾ, ഹെൽത്ത് ഗോൾ, നിരവധി ഗോളുകൾ, മെറ്റീരിയൽ ഗോൾ, ഫിനാൻഷ്യൽ ഗോൾ, സ്പിരിച്വൽ ഗോൾ, ഇതിൻ്റെ എല്ലാം ആകത്തുകയാണ് ലൈഫ് പ്ലാൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം വരും, നമ്മൾ ബിസിനസ് ഗോളുമായി നടക്കുമ്പോൾ ഫാമിലിയുമായി ഡിസ്കണക്റ്റഡ് ആവും. അപ്പോൾ എവിടെയും ഗോൾ എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ബിസിനസ് ഗോൾ മാത്രമല്ല. എവിടെയെങ്കിലും ആരെങ്കിലും നിങ്ങളെ പഠിപ്പിക്കുകയാണ് ബിസിനസ് ഗോൾ എഴുതി ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ പറഞ്ഞാൽ അവരോട് പറയുക ബാക്കിയുള്ള ഗോളും കൂടി പഠിപ്പിച്ചു തരാൻ. അവിടെയാണ് അടുത്ത ചോദ്യം. പല സ്ഥാപനങ്ങളും വിഷനും ഈ വാല്യൂ ഗോളും ഒക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റായി ഒതുങ്ങുമ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇതിൽ ജീവനക്കാരുള്ളവർ ഒന്ന് കൈവയ്ക്കേ. സ്ഥാപനത്തിൽ ജീവനക്കാരുള്ളവരൊന്ന് കൈവയ്ക്കേ. താങ്ക് യു. ഈ സ്ഥാപനം നിങ്ങൾ പടുത്തുയർത്തിയത് എന്തിലാണ്? അവിടെയാണ് നിങ്ങളുടെ അടുത്ത ചോദ്യം വരുന്നത്. വാട്ട് ആർ യുവർ വാല്യൂസ്? ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിലും സ്കെയിലപ്പ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങളോട് ചോദിക്കുക, വാല്യൂസ് ഉള്ള ഓർഗനൈസേഷൻ, വാല്യൂസ് അഥവാ മൂല്യം, നിങ്ങൾ എന്ത് മൂല്യങ്ങളാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇപ്പോൾ പലരും എന്നോട് പറയാറുണ്ട്, സാർ ആ എംപ്ലോയി എന്നെ പറ്റിച്ചു, ഫിനാൻഷ്യൽ ഫ്രോഡ് നടത്തി, അല്ലെങ്കിൽ പാരലലി അവൻ വേറെ ബിസിനസ് തുടങ്ങി, എൻ്റെ കസ്റ്റമറെ കൊണ്ടുപോയി. ഇത് സ്ഥിരമായി കേൾക്കുന്ന ചില ക്ലിഷ ഡയലോഗുകളാണ്. പക്ഷെ അവിടെയാണ് ചോദ്യം. എനിക്കും എൻ്റെ തന്നെ നിരവധി ഞാൻ കോച്ചിങ് ചെയ്യുന്ന ക്ലയൻസിന്, ഇതുപോലെ തന്നെ എൻ്റെ ഒരു ക്ലയൻറ്റിന് തമിഴ്നാട്ടിലാണ്,
അവർക്ക് വേണ്ടി ഞങ്ങളൊരു വാല്യൂ വർക്ക്ഷോപ്പ് നടത്തി. അപ്പോൾ ഞാൻ വാല്യൂസ് സെറ്റ് ചെയ്തത് ഇങ്ങനെയാണ്. നിങ്ങളുടെ മൂല്യം എന്താണ്? എൻ്റെ സുഹൃത്താണ്, അവനോട് ഞാൻ ചോദിച്ചത്, നിൻ്റെ ജീവിതത്തിലെ മൂല്യങ്ങൾ എന്താണ്, ഭാര്യയുടെ മൂല്യങ്ങൾ എന്താണ്, അത് എഴുതുക. ഈ കാര്യമാണ് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ മൂല്യമായി തീരേണ്ടത്. അപ്പോൾ അന്ന് എഴുതി ഉണ്ടാക്കിയൊരു വാചകമുണ്ട്, ഓണസ്റ്റി, റിലയബിലിറ്റി, ക്വാളിറ്റി, HRQ. പിന്നീട് ഒരു കൊല്ലത്തിന് ശേഷം ഒരെണ്ണം കൂടി ഒരു സാഹചര്യത്തിൽ ചേർത്തു, ട്രാൻസ്പെറൻസി. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട 4 കാര്യങ്ങളായിരുന്നു. ഇത് 4 പില്ലറാണ്. ഇവരുടെ സ്ഥാപനത്തിൻ്റെ ലോഗോ നിൽക്കുന്നത് 4 പില്ലറിലാണ്: ഓണസ്റ്റി, റിലയബിലിറ്റി, ക്വാളിറ്റി, ട്രാൻസ്പെറൻസി. സോ ഓരോ എംപ്ലോയിയും അകത്തേക്ക് കടന്നു വരുമ്പോൾ അവർ ആ എംപ്ലോയിക്ക് കൊടുക്കുന്ന മെസ്സേജ്, നിങ്ങൾക്ക് നോളജും സ്കില്ലും കുറവാണെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കാം, പക്ഷേ ഈ 4 തൂണിൽ എഴുതിയിരിക്കുന്ന ഒരെണ്ണം കോംപ്രമൈസ് ചെയ്യില്ല. സത്യസന്ധതയില്ല, ക്വാളിറ്റി ഇല്ല, റിലയബിൾ അല്ല, സുതാര്യമായി ജോലി ചെയ്യുന്നില്ലെങ്കിൽ വാതിൽ തുറന്നു കിടക്കുകയാണ്, എപ്പോൾ വേണമെങ്കിൽ പോവാം. ഇത് എംപ്ലോയീസിനെ നമുക്ക് സ്ട്രോങ് ആക്കാൻ സ്വയം ചോദിക്കുക, അങ്ങനെ ഒരു വാല്യൂസ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? എന്താണ് ഈ വാല്യൂ? ഏത് സാഹചര്യത്തിലും നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല എന്നുള്ളതിനെ നമ്മൾ വാല്യൂ എന്ന് വിളിക്കും. ഷമീം റഫീഖ് മദ്യപിക്കില്ല. ഏത് സാഹചര്യത്തിലും ചുറ്റും വരുന്ന ആരെന്നെ പ്രലോഭിപ്പിച്ചാലും അത് തൊടില്ല എന്നുള്ളത് മൂല്യമാണ്. ആ മൂല്യം എന്ന് പറയുന്നത് അത് സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് സ്ഥാപനത്തിന് ഒരു മൂല്യമുണ്ടെങ്കിൽ അത് നിങ്ങളെ സഹായിക്കും. എഗ്രി? അത് നമുക്ക് വിഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അതിനോടൊപ്പം തന്നെ ഇന്ന് നിങ്ങൾ കാണുന്ന സ്വപ്നം തുടങ്ങുന്നവരും തുടങ്ങി വളർത്താനിരിക്കുന്നവരും അറിയേണ്ട ഒരു കാര്യം ദി പവർ ഓഫ് വൺ എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ സമൂഹത്തിൽ വിജയിച്ച് കണ്ടിട്ടുള്ള എല്ലാ ആൾക്കാരും ഏതോ ഒരു ഉൽപ്പന്നത്തിൻ്റെ അല്ലെങ്കിൽ ഏതോ ഒരു കാര്യത്തിൻ്റെ പുറകെ പാഷനേറ്റ് പോയി വിജയിച്ചവരാണ്. ഇപ്പം ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വി ഗാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണ്? ഉറങ്ങുകയാണോ? എന്ത് ഉൽപ്പന്നമാണ് വരുന്നത് മനസ്സിൽ? നിങ്ങൾ പറഞ്ഞ സ്റ്റെബിലൈസറാണ്. അവർക്ക് നിരവധി, അവരുടെ SKU, ഞാൻ ഒരു ട്രെയിനറാണ്, നിരവധി 100 കണക്കിന് പ്രോഡക്ട്സ് ഉണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിലും ആദ്യം വരുന്നത് എന്താണ്? അവരെ വിജയിപ്പിച്ച സാധനം, ആ ബ്രാൻഡാണ് അവരെ വിജയിപ്പിച്ച സാധനം. എന്തായിരുന്നു? ദ പവർ ഓഫ് വൺ. ഒറ്റ പ്രോഡക്റ്റ് കൊണ്ടാണ് അവർ പോയത്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. എങ്കിൽ ഉജാല എന്ന് പറയുമ്പോൾ എന്ത് പ്രോഡക്റ്റാണ് മനസ്സിൽ പോകുന്നത്? തുള്ളി നീലം. അവർക്ക് ജ്യോതി ലബോറട്ടറിക്ക് നിരവധി പ്രോഡക്റ്റ് ഉണ്ട്, പക്ഷെ ഒരു പ്രോഡക്റ്റാണ് അവരെ ആ മുൻനിരയിലേക്ക് എത്തിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ എൻ്റെ നിങ്ങളുടെ കോഴിക്കോട് നിന്നുള്ളവരാരെങ്കിലും ഉണ്ട്? അതിൽ ഉണ്ട്, നിരവധി പേരുണ്ടാവും. കോഴിക്കോടുകാർക്ക് പ്രിയപ്പെട്ട ബ്രാൻഡാണ് പാരഗൺ. പാരഗൺ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലെന്താ വരുന്നത്? അല്ല, ബിരിയാണി അല്ലേ? സുമേഷ് മെനിഞ്ഞാന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ വേദിയിലിരുന്ന് ഞാൻ ചോദിച്ചതാണ്, കൊച്ചിയിൽ ലൂലുലും കോഴിക്കോടും തിരുവനന്തപുരത്തും, അങ്ങനെ ബാംഗ്ലൂരുണ്ട് പക്ഷെ ഞാൻ പോയിട്ടില്ല, ദുബായിലും കഴിഞ്ഞ മാസം ഞാൻ കയറി, എവിടെ ചെന്നാലും ക്യൂ ആണ്, എവിടെ ചെന്നാലും ഫുഡിന് ഒരേ ടേസ്റ്റാണ്. അവരറിയപ്പെടുന്നത് അതിൻ്റെ പിന്നിൽ, അതിൻ്റെ പേരിലാണ്. ദ പവർ ഓഫ് വൺ. ഈ ഒരു സാധനം നിങ്ങൾക്കുണ്ടോ? ഏതെങ്കിലും, അത് ശ്രീ ID മുസ്തഫ ഞങ്ങളോടൊപ്പം ഇനി ഞാൻ ഓൺലൈനിൽ ചേർന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കിൽ പറഞ്ഞാൽ എ ഹീറോ പ്രോഡക്റ്റ്. മേ റിപ്പീറ്റ്, എ ഹീറോ പ്രോഡക്റ്റ്. ഒരൊറ്റ പ്രോഡക്റ്റ് മതി നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ. അങ്ങനെ ഒരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ടോ? അതിൻ്റെ പിന്നാലെ പോകാൻ നിങ്ങൾ തയ്യാറാണോ? ദാറ്റ് ഈസ് വെയർ ബിസിനസ്സിൻ്റെ സക്സസ് ഇരിക്കുന്ന. വർഷങ്ങളായി ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ നിരവധി നല്ല സംരംഭകരുടെ കൂടെ അടുത്ത് നിന്ന് കണ്ട് കേട്ട് കൊണ്ട് ഒക്കെ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവരിൽ നിന്നൊക്കെ പഠിച്ച പാഠം ഞാനൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്യാം അടുത്ത പാനൽ തുടങ്ങുന്നതിന് മുമ്പ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ന് സമൂഹത്തിൽ റെസ്പെക്റ്റ് ചെയ്യുന്ന വിജയിച്ച എല്ലാ സംരംഭകർക്കുമുള്ള കോമൺ ആയിട്ടുള്ള ചില ക്വാളിറ്റികൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഏകദേശം 350ഓളം ഇൻ്റർവ്യൂകൾ ഞാൻ സ്പാർക്ക് സ്റ്റോറീസിൽ ചെയ്തിട്ടുണ്ട്. 4500ഓളം കോർപ്പറേറ്റുകൾ, യുനെയിമിറ്റ്, ITC, യൂണിലിവർ അടക്കം കേരളത്തിലെ എല്ലാ ബ്രാൻഡുകളുടെയും ഞാൻ ട്രെയിനറാണ്. അപ്പോൾ എല്ലായിടത്തും ചെല്ലുമ്പോൾ അവരുടെ സംസാരിക്കുന്ന അവരുടെ ഓൺട്രപ്രണറിൻ്റെ അടുത്താണ്, അവരുടെ ബിസിനസ് നടത്തുന്ന ആൾക്കാരാണ്, അവരാണ് അവരുടെ പ്രശ്നങ്ങൾ എന്നോട് പറയുന്നത്. പക്ഷെ അവരിലൊക്കെ ഞാൻ കണ്ട ചില കോമൺ ഘടകങ്ങൾ കുറിച്ച് വയ്ക്കുന്ന ഒരാളാണ്. അതിലേറ്റവും എനിക്ക് പ്രധാനമായി തോന്നിയത് സെൽഫ് ഡിസിപ്ലിനാണ്. ദേ സ്റ്റേ ഫോക്കസ്ഡ്, ദേ ഹാവ് നോ ഡിസ്ട്രാക്ഷൻ. ഞാൻ സുമേഷ് ഭായിനോട് മിനിഞ്ഞാന്ന് ചോദിച്ചു, താങ്കൾ അധികം ബ്രാൻഡ് ചെയ്തപ്പെട്ടിട്ടില്ല, താങ്കൾ അധികം ഞങ്ങൾ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ വേദിയിൽ വേറൊരാളുണ്ടായിരുന്നു, ബ്രില്യൻ്റ് പാല. നിങ്ങളാരും കേട്ടിട്ടുണ്ടോ? നമ്മുടെ എൻട്രൻസ് എക്സാം കോച്ചിങ്ങിൻ്റെ 40 വർഷമായി എല്ലാ വർഷവും 60,000 സ്റ്റുഡൻസ് അവിടെ ഫിസിക്കലി പാലയിൽ പോയി പഠിക്കുന്നുണ്ട്. അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മളൊക്കെ കുട്ടികളെ വിടണമെങ്കിൽ റെക്കമെൻഡേഷൻ ചെയ്യണം. ഇറ്റ്സ് എ സക്സസ് മോഡൽ. പക്ഷെ അവരെ ആരെ അറിയില്ല.
ഇവരാരും പുറത്ത് വന്നിട്ടില്ല. അവർ പറഞ്ഞത് ദേ വർ ബിഹൈൻഡ് ദ ബ്രാൻഡ്. അവർ തലയ്ക്ക് പിടിച്ച പോലെ അതിൻ്റെ പുറകെയാണ്. ഒരു ഡിസ്ട്രാക്ഷനും ഇല്ല അവർക്ക്. ദേ സ്റ്റേ ഫോക്കസ്ഡ്, കംപ്ലീറ്റ്ലി ഡിസിപ്ലിൻഡ് ആയിട്ട്. കാരണം തുടക്കകാലത്ത് ഈ ഡിസിപ്ലിനും ഫോക്കസും ഇല്ലെങ്കിൽ നമുക്ക് വളരില്ല. അങ്ങനെ വളർന്നവരാണ് നമ്മൾ ഇന്ന് സല്യൂട്ട് അടിക്കുന്നത്. രണ്ടാമത്തെ ക്വാളിറ്റി ഞാൻ ഇവരിൽ കണ്ടത്, ഇവർക്കൊരു നല്ല ടീമിന് ബിൽഡ് ചെയ്യാൻ അറിയാം. നല്ല ആൾക്കാരെ കണ്ടെത്താനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവരെ റീറ്റെയിൻ ചെയ്യാനും ഒക്കെ ഇവർക്ക് കഴിവുണ്ട്. നമ്മുടെ വ്യക്തിത്വം ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എങ്ങനെയുള്ള ഒരാളാണ്. നമ്മളിൽ പല ആൾക്കാർക്കും ഈ പെർഫെക്ഷനിസം, എനിക്ക് പണ്ടുണ്ടായിരുന്ന ഇപ്പോൾ ഇല്ല, പെർഫെക്ഷനിസം എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഞാൻ തന്നെ ചെയ്താലേ ശരിയാവും എന്നൊരു തോന്നൽ. പക്ഷെ അത് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഗ്രോത്ത് എവിടെയെങ്കിലൊക്കെ എത്തുമ്പോൾ സ്റ്റക്ക് ആവും. അടുത്ത ലെവലിലേക്ക് പോകണമെങ്കിൽ റോയൽ ഡ്രൈവ്, മുജീബൊക്കെ എവിടെയുണ്ട്, വർഷങ്ങളായിട്ട് ഞങ്ങൾ തമ്മിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന സുഹൃത്തുക്കളാണ്. അദ്ദേഹം ഇന്ന് ഈ പാഷനായിട്ട് ഇത് വളർത്താൻ ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹം ഓപ്പറേഷൻസിൽ എല്ലാ ദിവസവും ഓരോ ഷോറൂമിലിരുന്ന് ഇത് മോണിറ്റർ ചെയ്യുന്ന സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ലോ ഡൗൺ ആവും. കാരണം ഇത് വളർത്താൻ വേറെ ആരുമില്ലല്ലോ. അപ്പോൾ അവിടെ എത്തുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ചോദ്യം ഉണരേണ്ടത്, എൻ്റെ കൂടെ നല്ലൊരു ടീമിനെ പടുത്തുയർത്താനുള്ള കഴിവുണ്ടോ, ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം, എങ്കിലേ നമുക്ക് വളരാനാവും. കാരണം തുടക്കകാലത്ത് നിങ്ങളുടെ സ്ഥാപനം ഒരു പ്രോസസ്സ്, നിങ്ങൾ ആദ്യം പീപ്പിൾ ഡ്രിവൺ കമ്പനി ആവും. ആ പീപ്പിൾ ഡ്രിവൺ, നമ്മൾ ഷിഹാബ് ഉണ്ടെങ്കിൽ അവിടെ കാര്യം നടക്കും, ഷിഹാബ് പോയാൽ കാര്യം നടക്കില്ല, സുരേഷ് ലീവ് ആണെങ്കിൽ അന്ന് അവിടെ പണി സ്റ്റക്കാവും. ദിസ് ഇസ് കോൾഡ് പീപ്പിൾ ഡ്രിവൺ. അവിടെ നിന്നാണ് നിങ്ങൾ വളരുമ്പോൾ പ്രോസസ് ഡ്രിവണിലേക്ക് മാറും. നിങ്ങളൊരു പ്രോസസ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഷിഹാബ് ഇല്ലെങ്കിലും സുരേഷ് ഇല്ലെങ്കിലും ആ പ്രോസസ്സ് അത് റൺ ചെയ്യും. പക്ഷേ വളർന്നു കഴിയുമ്പോൾ നിങ്ങൾക്കത് ഡേറ്റ ഡ്രിവണിലേക്ക് ചിലപ്പോൾ മാറേണ്ടി വരും. ഡേറ്റ ഡ്രിവൺ ഇസ് വെരി ക്രിസ്റ്റൽ ക്ലിയർ. ആ ഡേറ്റയാണ് ഡ്രൈവ് ചെയ്യുന്നത്. നിങ്ങൾ നമ്പേഴ്സിൻ്റെ പുറകെ അത് ഇവരാരും ഇല്ലെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് പോകേണ്ടി വരും ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്. സോ നിങ്ങൾക്കൊരു ടീമിനെ പടുത്തുയർത്താനുള്ള കഴിവുണ്ടോ എങ്കിൽ നല്ല സംരംഭകരിൽ ഞാൻ കണ്ടിട്ടുള്ള അടുത്ത ക്വാളിറ്റിയാണ് സെയിൽസ്. ഇവർ നല്ല സ്വയം ബ്രാൻഡ് അംബാസഡേഴ്സാണ്. നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും മുൻതൂക്കം കൊടുക്കേണ്ട ഒരു മേഖല ഏതാണ്? ദ നമ്പർ 1 സ്കിൽ ഫോർ എൻ ഓൺട്രപ്രണർ ഇഫ് യു ആസ്ക് മീ ഈസ് സെയിൽസ്. വേറെ ഒന്നുമില്ല. ഈ കച്ചവടം വരണം. ഇത് കാലത്ത് എഴുന്നേറ്റാൽ സംരംഭകൻ ചോദിക്കേണ്ട, എൻ്റെ ഉൽപ്പന്നമോ സർവീസോ എങ്ങനെ വിൽക്കും? രാത്രി കിടന്നുറങ്ങുമ്പോൾ നാളെ എങ്ങനെ വിൽക്കും, അല്ലെങ്കിൽ വിൽക്കുന്ന എൻ്റെ ടീം എങ്ങനെയുണ്ട്? ഈ ചിന്ത നിങ്ങളിലുണ്ടെങ്കിൽ ഇതാണ് സ്കെയിലപ്പ് എന്ന് പറയുന്നത്. ഈ സെയിൽസ് വിട്ടിട്ട് നിങ്ങൾ എന്തിലേക്ക് നിങ്ങളുടെ ഫോക്കസ് തിരിഞ്ഞു പോകുന്നോ സ്ഥാപനം താഴെ പോകും. അതോടൊപ്പം തന്നെ സെൽഫ് ഡിസിപ്ലിനിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവരാണ് ഈ ഫിനാൻസ് മാനേജ് ചെയ്യാനുള്ള കഴിവ്. പലപ്പോഴും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് നമ്മുടെ അടുത്ത് വന്ന് പറയുന്ന കണക്കിലായിരിക്കാം നമ്മൾ ലാഭമാണോ നഷ്ടമാണോ എന്നറിയുന്നത്. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫിനാൻസ് മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടോ? കാരണം നമ്മുടെ സ്ഥാപനത്തിലേക്ക് പണം വരുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ പണമല്ല. അത് സപ്ലയർ കൊടുക്കാനുള്ള പണമായിരിക്കാം, GST അടയ്ക്കാനുള്ളതായിരിക്കാം അതിൽ ലാഭം. ഒരു ബിസിനസ് തുടങ്ങി ഫോക്കസ്ഡ്, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, 25 കൊല്ലത്തോളമാണ് ശ്രീ കൊച്ചോസഫ് ചിറ്റിലപ്പള്ളി സാർ ആ ഒരു ബ്രാൻഡുമായി നിന്നതിന് ശേഷമാണ് വണ്ടർലേ എന്തിരിക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ബിസിനസ് നിന്ന് ഒഫീഷ്യലി മക്കൾക്ക് ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം വീഗൽ ആൻഡ് ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ മേഖലയിലോട്ട് ഇറങ്ങുന്നത്. അതിനർത്ഥം ഫണ്ട് ഡൈവേഴ്സിഫിക്കേഷൻ. നിങ്ങളുടെ സ്ഥാപനത്തിൽ വരുന്ന ഫണ്ട് എന്ന് നിങ്ങൾ ഡൈവേഴ്സിഫൈ ചെയ്യുന്നോ താഴേക്കുള്ള പതനം തുടങ്ങും. ഡിസിപ്ലിൻ, സെൽഫ് ഡിസിപ്ലിൻ. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആ ഇൻസ്റ്റൻറ്റ് സക്സസിന് പോകുന്നവർ ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യം വാങ്ങിക്കുന്നത് BMW ഓഡിയോ ഒക്കെ ആയിരിക്കാം. ഒരു നല്ല ബിസിനസ്സുകാർ പണ്ട് കാലത്തൊക്കെ ഏറ്റവും അവസാനമാണ് വീട് പണിയുക, ഏറ്റവും അവസാനമാണ് ഒരു നല്ല ലക്ഷറി കാർ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെയാണ് വളർച്ചയുടെ ഭാഗമാവാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ പ്രോഫിറ്റബിൾ ആണ്, ഫണ്ടുണ്ട്, നിങ്ങൾ ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ലക്ഷറി ആവാം. പക്ഷെ പ്രോപ്പറായിട്ട് ഫൈനാൻസ് മാനേജ് ചെയ്യാൻ പറ്റും. അതിനൊരു കാരണമുണ്ട്. കാരണം നിങ്ങളൊരു ബാങ്കിൽ ഓടി ലോൺ എടുക്കാൻ ചെന്നാൽ നിങ്ങളുടെ SSLC ബുക്കിൻ്റെ സർട്ടിഫിക്കറ്റോ ഡിഗ്രി സർട്ടിഫിക്കറ്റോ ചോദിക്കില്ല, നിങ്ങളുടെ ബാലൻസ് ഷീറ്റോ ചോദിക്കുള്ളൂ. നിങ്ങൾക്ക് ഫണ്ട് മാനേജ് ചെയ്യാൻ അറിയാം, ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. പല ആൾക്കാരും കഴിഞ്ഞ ദിവസം എൻ്റെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തും ഞാൻ കോച്ച് ചെയ്യുന്ന ഒരാളാണ്, മനോജ് മോഹൻ, മിടുക്കനാണ്. സെയിൽസ് ഫോക്കസ് എന്ന ഒരു സെയിൽസുകാരെ മാനേജ് ചെയ്യാനുള്ളൊരു സോഫ്റ്റ്വെയറുമായി ഇറങ്ങിയതാണ്. നിരവധി പരാജയങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ഞാൻ സ്പാർക്കിലൊരു ഇൻ്റർവ്യൂ ചെയ്തതിന് ശേഷം 80 കോടി നിക്ഷേപം കിട്ടി. എന്നെ ഇന്നലെ എക്സൈറ്റഡ് ആയിട്ട് എന്നെ വിളിച്ചിട്ട് പറയാം, സാറേ ഞാൻ ക്ലോസ് ചെയ്തു 215 കോടി നിക്ഷേപം. അഡ്വക്കേറ്റ് ഭാഗ്യശൊക്കെ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് 215 കോടിയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ നിക്ഷേപം വന്നത് ഒറ്റ ഒരു കസ്റ്റമറിന്. ഐ ക്യാൻ ഗോ അപ് ടു 1000 crore എന്നാണ് പറയുന്നത്. ആൻഡ് വാസ് സോ എക്സൈറ്റഡ്. ഇതൊക്കെ എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഈ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടോ, ഇത് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? കാരണം നമ്മുടെ ക്രെഡൻഷ്യൽ, നമ്മുടെ ക്രെഡിബിലിറ്റി പ്രൂവ് ചെയ്താലേ നടക്കുകയുള്ളൂ. ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഫേസിങ് ചാലഞ്ചസ്.
പലരും സംരംഭം തുടങ്ങി. ഈ സ്പാർക്ക് ചാനൽ കണ്ട 100-300 മെസ്സേജ് എല്ലാ ദിവസവും കിടപ്പുണ്ടാവും. സാർ എനിക്കൊരു സംരംഭം തുടങ്ങണം, എന്താണ് ചെയ്യേണ്ടത്? എനിക്കറിയാം ഇവരാരും തുടങ്ങാൻ പോകുന്നില്ല. കാരണം ചിലരോട് ഞാൻ ചോദിക്കാറുണ്ട്, ആദ്യത്തെ 3 വർഷം 5 പൈസ വരുമാനം ഇതിൽ നിന്ന് എടുക്കാൻ പറ്റാതെ ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ സംരംഭം നടത്താനുള്ള കേപ്പബിലിറ്റി, കപ്പാസിറ്റി, ബാക്കപ്പ് ഉണ്ടോ? ഇതിൽ സാലറി എടുത്തുകൊണ്ട് തുടങ്ങാം എന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ അത്രയും വേണ്ടി വരില്ല വിജയിക്കാൻ. അത്രയ്ക്ക് നമ്മൾ ചാലഞ്ചസ് ഫേസ് ചെയ്താലേ വിജയിക്കൂ എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അടുത്ത സ്കില്ല് ഞാൻ ഇവരിൽ കണ്ടിട്ടുള്ളത് നല്ല നെറ്റ്വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനും അത് നിലനിർത്താനും കഴിവുണ്ടോ? അതാ നിരവധി ആൾക്കാരാണ് ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇവിടെ പ്രോഗ്രാമിൽ നടക്കുന്നത്. 2 തരം ആൾക്കാർ നിങ്ങളിരിപ്പുണ്ട്. ചിലർ വരും, ഈ പ്രോഗ്രാമൊക്കെ കാണും, ഫോണിൽ നോക്കും, തിരിച്ചു പോകും. ചിലർ ഓടി നടന്ന് മറ്റുള്ളവരെ പരിചയപ്പെടും. എന്ത് ചെയ്യുന്നു? ദാറ്റ്സ് കോൾഡ് നെറ്റ്വർക്കിംഗ് സ്കിൽ, റൈറ്റ്? ആക്ച്വലി നിങ്ങളുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ നെറ്റ്വർക്കാണ്. നിങ്ങൾ എത്ര പേരെ പരിചയപ്പെട്ടു ഈ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ? എത്ര പേരുടെ വിസിറ്റിംഗ് കാർഡ് കളക്ട് ചെയ്തു? അവരിൽ നിന്ന് പഠിച്ചു? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈക്വലി ഇമ്പോർട്ടൻറ്റ് കണ്ടിന്യൂസ് ലേണിംഗ്. പലപ്പോഴും വിജയം വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് മതി, ഇത്രയൊക്കെ മതി എന്ന് വിചാരിക്കും. അല്ലല്ല, എൻ്റെ ഈഗിൾ ബാച്ചിൽ ഒരു ബാച്ചിൽ വളരെ യുണീക്ക് ബാച്ചാണ്. ഞാൻ ഫേസ്ബുക്കിൽ പിക്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു. 16 വയസ്സുള്ള അയ്യപ്പൻ നായർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഈ കോച്ചിങ് അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്. 4 ദിവസത്തെ മകനെ അയച്ചിരിക്കുക, 16 വയസ്സുള്ളൂ. അതേ ബാച്ചിൽ 74 വയസ്സുള്ള ശ്രീ ജോൺ, മഞ്ജു മാർബിൾസ് എന്ന് പറയുന്ന സ്ഥാപനം, അത് കോട്ടയത്താണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ 74 വയസ്സിൽ പാവം കാലത്തെ ഒരു ഇന്നോവ കാർ ഓടിച്ച് ഇവിടെ വന്ന് 4 ദിവസവും അറ്റൻഡ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഇവരൊക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നത് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ഡെസ്റ്റിനേഷൻ എന്നുള്ളൊരു ജേണിയാണ്. കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കാനുള്ള താല്പര്യമുണ്ടോ? ഇത് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. കാരണം ഈ ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയും പുസ്തകത്തിൽ പഠിക്കുന്നതല്ല. ഈ സ്കൂളിൽ ഞാനും MBA പഠിച്ചതാണ്. പക്ഷെ അവിടെയൊക്കെ നമ്മളൊരു മാനേജർ ആവാനൊക്കെ ആയിരിക്കാം പഠിപ്പിച്ചിരിക്കുന്നത്. സോ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ബിസിനസ്സിൽ ഇറങ്ങുമ്പോഴത്തേക്കും ബിസിനസ് ഇസ് ഓൾ അബൌട്ട് മേക്കിംഗ് മിസ്റ്റേക്സ് ആൻഡ് ലേണിംഗ് ഫ്രം ഇറ്റ്. അവിടെയാണ് നമ്മൾ ഈ മിസ്റ്റേക്ക് വരുത്താനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പ്രശ്നമാണ്. മിസ്റ്റേക്കിൽ നമ്മൾ പഠിക്കും. ഒരു മിസ്റ്റേക്ക് വന്നാൽ ഐ ഓൾവേസ് ബിലീവ് ഇൻ വൺ തിങ്, എ മിസ്റ്റേക്ക് ഇസ് എ മിസ്റ്റേക്ക് ഓൺലി വെൻ ഇറ്റ് ഇസ് റിപ്പീറ്റഡ്. ഐ റിപ്പീറ്റ്, എ മിസ്റ്റേക്ക് ഇസ് എ മിസ്റ്റേക്ക് ഓൺലി വെൻ ഇറ്റ് ഇസ് റിപ്പീറ്റഡ്. ഒരു തെറ്റാവുന്നത് വീണ്ടും അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോഴാണ്. ആദ്യം ചെയ്തപ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായി പഠിക്കാനുണ്ട്. നമ്മൾ വരുന്ന തെറ്റിൽ നിന്ന് പഠിക്കാനുള്ളൂ. വിജയത്തിൽ നിന്നല്ല പഠിക്കുക, തെറ്റിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ സ്വാക്കിലൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഏറ്റവും ആൾക്കാർ, അതിൽ 99% ആൾക്കാർ ജീവിതത്തിൽ എന്തെങ്കിലും തോൽവി അറിഞ്ഞവരാണ്. തോൽവിയിൽ നിന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതാദ്യം മനസ്സിലാക്കുക. സോ ഇന്ന് നിങ്ങൾ അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം വരും, ഇൻവെൻഷൻ ആണോ വേണ്ടത്, ഇന്നോവേഷൻ ആണോ വേണ്ടത്? ഇത് തമ്മിൽ വ്യത്യാസമുണ്ടോ? ഉണ്ടോ? ഉണ്ട് അല്ലേ? ഇന്നോവേഷൻ നിങ്ങൾക്കറിയാവുന്ന പോലെ ഇൻവെൻഷൻ കണ്ടുപിടുത്തമാണ്. ഇന്നോവേഷൻ എന്താണ്? നമ്മൾ ചുറ്റും കാണുന്ന എന്തിലെങ്കിലും ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ തന്നെ അതിന് ഇന്നോവേഷൻ എന്ന് പറയും. ഇപ്പം ഞാൻ ഇന്ന് കാലത്ത് കോഴിക്കോട് DKH കിയ ഒരു 500 പേരടങ്ങുന്ന സെയിൽസ് ഫോഴ്സിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് വരിക. സെയിൽസ് ഫോഴ്സ് എല്ലാവരും ഉണ്ടെന്ന് തോന്നുന്നു, അവരുടെ ടീം മെമ്പേഴ്സ് മുഴുവനുണ്ട്. അവർ ആനുവൽ മീറ്റാണ്. ഇൻസിഡൻ്റ്ലി എൻ്റെ കയ്യിൽ തന്ന മൈക്കിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഞാൻ എല്ലാ ദിവസവും സംസാരിക്കുന്നത് ഈ കോഡ്ലെസ് മൈക്ക് പിടിച്ചിട്ടാണ്. യു ക്യാൻ സീ ദാറ്റ് എൻ്റെ കയ്യിൽ ഈ മൈക്ക് തന്നാൽ ഒരു ടീ ബ്രേക്കിൽ ഞാനത് മേശപ്പുറത്ത് വെച്ചാൽ ഇൻസിഡൻ്റ്ലി ഉരുണ്ടുരുണ്ട് നിലത്ത് പോകും. മൈക്ക് ഒരു ഇൻവെൻഷനാണ് തീർച്ചയായിട്ടും. പണ്ടാരോ ഈ പുറകിലിരിക്കുന്ന ആൾക്ക് ഈ ശബ്ദം കേൾക്കാനാവുന്നില്ലല്ലോ എന്ന ആ പ്രശ്നത്തിൻ്റെ പരിഹാരമായിരുന്നു മൈക്ക്. അത് ഇൻവെൻഷനാണ്. പക്ഷെ ആരോ അതേ മൈക്കെടുത്ത് ചെറുതായിട്ടൊന്ന് മാറ്റി, ആ മുകളിൽ ഒരു ചെറിയ മാറ്റം വരുത്തി, അത് മേശപ്പുറത്ത് വെച്ചാലും വീഴില്ല. ഇതിന് ഇന്നോവേഷൻ എന്ന് പറയുന്നു. ഇൻവെൻഷനും ഇന്നോവേഷനും ഇത്രയേ ഉള്ളൂ. എറണാകുളം ഭാഗത്ത്, മൂവാറ്റുപുഴ ഭാഗത്തൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഈ സീസണാണ്. ഈ സമയത്ത് നിങ്ങൾ ഇതുപോലെ റോഡ് സൈഡിലൊക്കെ നിരവധി പൈനാപ്പിൾ കാണും. നമ്മൾ നോക്കില്ല, നമ്മൾ വണ്ടി ഓടിച്ചു പോകും. പക്ഷേ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനൊരു ചിത്രം കണ്ടാലോ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. രണ്ടും സെയിം ആണ്. രണ്ടും ഡിസ്പ്ലേ ചെയ്തതിൻ്റെ മെത്തോഡോളജി മാത്രമേ ഉള്ളൂ. അപ്പോൾ എവിടെയും നോക്കിയോ, ഇന്നോവേഷനാണ് നമുക്ക് വേണ്ടത്. എങ്ങനെ ഇന്നോവേറ്റ് ചെയ്യാൻ പറ്റും? നമ്മുടെ ഇന്നത്തെ ഉൽപ്പന്നവും സർവീസ് എടുത്ത് വെച്ച് ഇതിലെന്ത് മാറ്റം വരുത്താൻ പറ്റും കസ്റ്റമർക്ക് ഫ്രണ്ട്ലി ആക്കാൻ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യം ഇന്ന് ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെയുണ്ട്. ഇപ്പോഴൊന്നുമല്ല, വർഷങ്ങൾ മുമ്പ് ഞാനൊരു സ്ഥാപനത്തിൽ സെയിൽസിൽ കയറിയതാണ്. പിന്നീട് അതിൻ്റെ ഡയറക്ടറായി 12 കൊല്ലം അവിടെ, 12.25 വർഷം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ബിസിനസ് നടത്തി പരിചയത്തിന് ശേഷമാണ് ഞാൻ നേരെ കോച്ചിങ്ങിലേക്ക് ഇറങ്ങിയത്. താങ്ക് യു. സോ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഐ സ്റ്റിൽ റിമെമ്പർ, ഒരു വീഡിയോകോണിൻ്റെ അന്നത്തെ ചെയർമാൻ ധൂത്തിൻ്റെ ഒരു മീറ്റിങ്ങിന് പോയതാണ്. അന്നൊരു വലിയ സദസ്സിൽ ബിൽ ഗേറ്റ്സിനോട് അദ്ദേഹം വേദിയിലുണ്ട്, അദ്ദേഹത്തോട് ചോദിച്ചിട്ട് ചോദ്യമുണ്ട്, ഇവിടെ ഇത്രയും
ആകെ അന്നത്തെ കാലത്ത് മാർക്കറ്റ് ഷെയർ കുറവാണ്. ഈ ചെറിയ മാർക്കറ്റ് ഷെയർ ഉള്ള ഇത്രയും ചെറിയൊരു മാർക്കറ്റിൽ നിങ്ങൾ എന്തിനാണ് ഈ മാസം മാസം ഇന്ത്യയിലേക്ക് വരുന്നത്? പക്ഷെ അന്ന് പറഞ്ഞ മറുപടി, 100 കോടി ജനസംഖ്യയുള്ള നിങ്ങളുടെ നാട്ടിൽ എനിക്ക് 2% കിട്ടിയാൽ മതി അമേരിക്കയിലും കൂടുതൽ മാർക്കറ്റ് ഷെയർ കിട്ടാൻ. ആൻഡ് മൈ ഫ്രണ്ട്സ്, ടുഡേ നമ്മളാണ് ലോകത്തെ ഏറ്റവും പൊട്ടൻഷ്യലായ മാർക്കറ്റ്. 142 കോടി ജനങ്ങളുള്ള നാട്. കഴിഞ്ഞ വർഷം ഏപ്രിലാണ് അമേരിക്കയിൽ പോയിട്ടൊരു ചാനൽ ചർച്ചയും സെഷനൊക്കെ എടുക്കാനുള്ള ഭാഗ്യമുണ്ടായി. ഇൻസിഡൻ്റലി അന്ന് അവിടെ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്. അവിടെയുള്ള സംരംഭകർ പോലും ഇങ്ങോട്ട് വരാൻ താല്പര്യം കാണിക്കുകയാണ്. വിച്ച് മീൻസ് ഇറ്റ് ഈസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ഇന്ന് നിങ്ങൾക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി കേരളം എടുത്താലും തന്നെ നിങ്ങൾ പലരും പല പ്രശ്നങ്ങളൊക്കെ പറയും. പക്ഷേ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഈ വോൾട്ടേജ് ഇല്ല എന്ന് പറഞ്ഞ കാലത്ത് ഒരു സ്റ്റെബിലൈസറുമായി 6,500 കോടി 6,800 കോടി ആസ്തി ഉണ്ടാക്കിയ നാട് തന്നെയാണ് ഈ കേരളം. So grab that opportunity. Let me wish you all the best to scale up and be successful in your business. May God bless you all. Thank you so much. Thank you so much, Mr. Shamim Rafiq. May I humbly request you to kindly stay back, please? Mr. Shamim Rafiq, I'm really sorry, but it would be really nice if you could kindly join with us on the stage once again to accept a token of love and appreciation from our side. And may I humbly request Mr. Nadeem Sifran from Tarakat to kindly come over to the stage and hand over our offering of love to Mr. Shamim Rafiq for such an engaging, such a motivational class with lots of insight. And once again, at this time, let me highlight the points that he have mentioned: self-discipline, team building skills, sales continuous growth, the managing ability, facing challenges, networking skills, and continuous learning. And networking skills, that is something that you should be utilizing at this time. Thank you so much once again. So networking skills ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വളരെ നല്ലൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഇവരും ഇന്ന് ഒത്തുചേർന്നിരിക്കുന്നത്. ദ ScaleUp Conclave 2024, the first fusion conclave in the whole of India itself. So next ആയിട്ട് നമുക്ക് വേണ്ടിയിട്ട് with us we have a very lovely, a very committed, a very dedicated partner for this event. ഈ ഒരു ഇവന്റ് സാധ്യമാക്കിയ ഒരുപാടധികം പാർട്ട്നേഴ്സിൽ ഒരാളെ നമ്മളിപ്പോൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ലെറ്റ് മീ ഇൻവൈറ്റ് ഓൺ ടു ദി സ്റ്റേജ് മിസ്റ്റർ മുഹമ്മദ് സമീൽ, one of the leading CMA faculties in Kerala and also the proud director of Province, a successful institute in Kerala imparting a knowledge on professional courses in commerce stream. May I humbly request the presence of Mr. Muhammad Samil onto the stage, and we are excited to listen to the partner talk. Thank you so much, Mr. Samil, Muhammad Samil. The mic is sent. The stage is all yours. Very warm good evening all. First of all, I'm congratulating our Honorable MLA Najeeb for hosting India's first fusion business conclave. ഏറ്റവും സന്തോഷമുള്ളത് നമ്മുടെ ഹോം ടൗൺ, നമ്മുടെ പെരിന്തൽമണ്ണയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഭാഗമാകാൻ പറ്റിയെന്നുള്ളതാണ്. ബേസിക്കലി പ്രൊഫിൻസ് ഈസ് എ കൊമേഴ്സ് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതായത് കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളായ CA ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ്, CMA കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്, അതുപോലെ ACCA CS കമ്പനി സെക്രട്ടറി പോലത്തെ കോഴ്സുകൾ കേരളത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന ലീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പ്രൊഫിൻസ്. നമ്മുടെ നാട്ടിൽ എസ്പെഷ്യലി നമ്മുടെ പെരിന്തൽമണ്ണയിലൊക്കെ മുമ്പ് +2 എന്ന കുട്ടികൾക്കൊക്കെ ഒരു CMAക്ക് പഠിക്കണം അല്ലെങ്കിൽ ഒരു CA ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ പുറത്ത്, അതായത് കൊച്ചി അല്ലെങ്കിൽ ഔട്ട്സൈഡ് ചെന്നൈ, ബാംഗ്ലൂരൊക്കെ പോയിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇപ്പോൾ സിറ്റുവേഷൻസ് മാറി. നമ്മുടെ നാട്ടിലെ പാരൻസ് എല്ലാം അവയർനെസ് എല്ലാം മാറി. ഇപ്പോൾ സയൻസ്, അതായത് മുമ്പ് നമ്മുടെ നാട്ടിൽ +2 കഴിഞ്ഞ കുട്ടികൾ നേരെ അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നേരെ സയൻസ് സ്ട്രീമിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്.
ഇപ്പോൾ സയൻസ് ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞേക്ക് നേരെ പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. ഇതിലേറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു കോൺക്ലേവിൻ്റെ പേര് തന്നെ സ്കെയിലപ്പ് എന്നാണ്. വളർന്നു വരുന്ന അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ഫ്യൂച്ചർ പോകുന്നത് കംപ്ലീറ്റ്ലി ബിസിനസ് എൻ്റർപ്രണേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ് എൻ്റർപ്രണേഴ്സിനെ ഇപ്പോൾ നമ്മൾ പറയും ഏതൊരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാലും ദർ ആർ 3 ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. ഏതൊരു കമ്പനി ആയിക്കോട്ടെ ഒരു 3 ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് ഉണ്ടാവും. ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, സെക്കൻഡ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, ലോ ലെവൽ മാനേജ്മെൻറ്റ്. ഒരു കൊമേഴ്സ് ഒരു CA അല്ലെങ്കിൽ ഒരു ACCA CMA പോലത്തെ കോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു ടോപ്പ് ലെവൽ ഒരു കമ്പനീൻ്റെ ഒരു CFO അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫിനാൻസ് ഡയറക്ടർ എന്നുള്ള പോസ്റ്റിലോട്ട് നമുക്ക് ആവാൻ പറ്റുകയുള്ളൂ. സോ നമ്മുടെ നാട്ടിൽ എസ്പെഷ്യലി നമുക്കറിയാം നമ്മുടെ പെരിന്തൽമണ്ണ ഏർലിയർ സ്റ്റേജിലൊക്കെ നമുക്കറിയാം ഒരു മെഡിക്കൽ ഹബ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സിറ്റി എന്നായിരുന്നു നമ്മുടെ പെരിന്തൽമണ്ണക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഹോസ്പിറ്റൽ സിറ്റിൻ്റെ കൂടെ തന്നെ ഒരു എജു ഹബ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു സെൻറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പെരിന്തൽമണ്ണ. സോ നമ്മുടെ പെരിന്തൽമണ്ണയിൽ നമ്മുടെ MLA ഫസ്റ്റ് ഒരു പ്രൊജക്റ്റായിട്ട് വന്നതിന് നമ്മുടെ സിവിൽ സർവീസ് IAS അക്കാഡമി ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രൊഫിൻസ് ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ജനുവരി 3-ാം തീയതി ആയിരുന്നു പ്രൊഫിൻസ് പെരിന്തൽമണ്ണയുടെ ഇനാഗുറേഷൻ ഉണ്ടായിരുന്നത്. നമ്മുടെ പെരിന്തൽമണ്ണയിൽ CA CMA ACCA പോലത്തെ കോഴ്സുകൾ പഠിക്കാനായിട്ട് നമ്മളൊരു ഓൺ ക്യാമ്പസ്, സാധാരണഗതിയിൽ ഒരു കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുമ്പോൾ ഒരു ക്യാമ്പസ് ഫീൽ അവിടെ ഉണ്ടാവാറില്ല. എല്ലാവരും ഒരു കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു കോച്ചിങ് സെൻറ്റർ സെറ്റപ്പിലാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ പ്രൊഫിൻസ് ഇവിടെ ഒരു പെരിന്തൽമണ്ണയിൽ ഒരു ക്യാമ്പസ് വന്നത്. നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ടത് നമ്മുടെ മലബാറിലെ ഏറ്റവും വലിയ ക്യാമ്പസാണ് നമ്മുടെ പ്രൊഫിൻസിൻ്റെ പെരിന്തൽമണ്ണ ക്യാമ്പസ്. സോ നമുക്ക് ആസ് എ പെരിന്തൽമണ്ണ എനിക്കതിൽ നല്ല പ്രൗഡ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ വർഷവും പ്രൊഫിൻസ് നടത്തി വരുന്ന ഒരു സ്കോളർഷിപ്പ് എക്സാം ഉണ്ട്. പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫിൻസ് ആക്റ്റീവ് ടാലൻറ്റ് ഹണ്ട്. അതായത് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്കൊക്കെ ഒരു സ്കോളർഷിപ്പ് എക്സാമിലൂടെ അവർക്ക് CA CMA ACCA CS പോലത്തെ കോഴ്സുകൾ പഠിക്കാൻ പറ്റും. അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ഉദ്ഘാടനത്തിന് തന്നെ ഈ വർഷം പ്രൊഫിൻസ് 3 crore 3 കോടിൻ്റെ സ്കോളർഷിപ്പാണ് ഈ വർഷം പ്രൊഫിൻസ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രൊഫിൻസ് ബേസിക്കലി നമുക്ക് കേരളത്തിൽ എന്നും പ്രൊഫിൻസ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന റിസൾട്ട്സിൻ്റെ ബേസിലാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം 2023 പ്രൊഫിൻസിന് ഓൾ കേരളയിലുപരി ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ പ്രൊഫിൻസിന് CMA അതുപോലെ തന്നെ ACCA കോഴ്സിലൊക്കെ പ്രൊഫിൻസിന് റാങ്കുകൾ പ്രൊഫിൻസിന് അച്ചീവ് ചെയ്യാൻ പറ്റി. എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും നമ്മുടെ പ്രൊഫിൻസ് അല്ലെങ്കിൽ നമ്മുടെ പെരിന്തൽമണ്ണയിൽ നിന്ന് തന്നെ CMA അതുപോലെ തന്നെ ACCA കോഴ്സുകൾ 2 കോഴ്സിലും ഇപ്പോൾ CMA കോഴ്സ് ആയിക്കോട്ടെ ACCA കോഴ്സ് ആയിക്കോട്ടെ 2 കോഴ്സിലും ഒരുപോലെ തന്നെ റാങ്കുകൾ കിട്ടുന്ന കേരളത്തിലെ ഒരേ ഒരു സെൻറ്റർ അത് പ്രൊഫിൻസ് മാത്രമാണെന്ന് വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റും. ആൻഡ് ലാസ്റ്റ് ഇയർ തന്നെ നമുക്കൊരു ബെസ്റ്റ് CMA ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ബേസിക്കലി എനിക്ക് നമ്മുടെ പെരിന്തൽമണ്ണയിലെ ഈ സ്കെയിലപ്പിൻ്റെ ഭാഗമായിട്ടുള്ളത് നമ്മുടെ പ്രൊഫിൻസ് ആക്റ്റീവ് ടാലൻറ്റ് ഹണ്ട് സ്കോളർഷിപ്പിനെ കുറിച്ച് പറയാനായിരുന്നു. പ്ലസ് ടു കഴിഞ്ഞ ആളുകൾക്ക്, ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക്, അത് കൊമേഴ്സ് സ്ട്രീം ആയിക്കോട്ടെ, സയൻസ് സ്ട്രീം ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് സ്ട്രീം ആയിക്കോട്ടെ, അവർക്ക് ഇഷ്ടപ്പെട്ട കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ പറ്റും. സോ ബേസിക്കലി നമ്പർ 1 കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ ഇന്ത്യൻ കോഴ്സ് വരുന്നത് CA ആണ്, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. നമുക്കറിയാം അല്ലെങ്കിൽ ഏതൊരു AI അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ടെക്നോളജി വന്നാലും നമ്മുടെ ഇന്ത്യൻ കമ്പനിയിൽ ഏതൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ഓഡിറ്റ് ചെയ്ത് ലാസ്റ്റ് സൈൻ ചെയ്യാൻ ഒരു ഇന്ത്യൻ CA അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് മാത്രമേ നമ്മൾ ഇന്ത്യയിൽ പറ്റുള്ളൂ. അതുപോലെ CMA, കോസ്റ്റ് ഓഡിറ്റർ, ACCA പോലത്തെ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ നിങ്ങൾ പഠിച്ചാൽ, നിങ്ങളുടെ മക്കൾ പഠിച്ച് സ്കില്ലപ്പ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു നെക്സ്റ്റ് ജനറേഷനിൽ പറ്റുള്ളൂ. സോ ദാറ്റ്സ് ഓൾ. സോ വെരി താങ്ക് യു ഫോർ ബീങ് പാർട്ട് ഓഫ് ദിസ് സ്കിൽ ആൻഡ് സ്കെയിലപ്പ് കോൺക്ലേവ്. താങ്ക് യു. Thanks a lot, Mr. Mohammed Zamil. It was so nice. It was really great to listen to you. And of course, മുഹമ്മദ് സമീലിനും അതോടൊപ്പം തന്നെ പ്രൊഫിൻസ് അക്കാഡമിക്കും ഒരുപാടധികം വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള കൊമേഴ്സ് പ്രൊഫഷണൽസിനെ ഇൻഡസ്ട്രിയിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി വിഷ് ചെയ്യുകയാണ്. ആൻഡ് വിത്ത് ദാറ്റ് ലെറ്റ്സ് മൂവ് അഹെഡ് ടു ദ നെക്സ്റ്റ് fireside chat, the one that I have already announced, but like we couldn't conduct it at that time. So yes, we are moving ahead to explore the
opportunities that is lying ahead in the field of the schools in the future. നമ്മളുടെ എഡ്യൂക്കേഷനെ പറ്റിയിട്ട് എഡ്യൂക്കേഷണൽ ഫീൽഡിൽ എഡ്ടെക്കിലും ഒക്കെ ഒരുപാടധികം ആളുകൾ ഇന്ന് നമ്മളുടെ ഒപ്പം ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂൾസിൻ്റെ ഭാവി എന്തായിരിക്കും, AI അല്ലെങ്കിൽ നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സസ് ഇതെല്ലാം ഇതിന് ഒരു റീപ്ലേസ്മെൻ്റ് ആകുമോ, സബ്സ്റ്റിറ്റ്യൂട്ട് ആകുമോ തുടങ്ങിയ ചിന്തകൾ നമ്മളിൽ എല്ലാവർക്കും ഉണ്ട്, അല്ലെങ്കിൽ നമ്മളിൽ എല്ലാവരെയും വളരെയധികം വറി ചെയ്യുന്നുണ്ട് എന്ന് ഇടയ്ക്ക് ചില ക്വസ്റ്റ്യൻസിൽ നിന്ന് ചില പോയിന്റ്സിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. So let us have a panel discussion to address those concerns. So let me very humbly invite onto the stage the moderator, the founder and CEO at Expresso Global, Mr. Aftab Shaukat PV. He's also an Expresso is an integrated communication agency which transforms businesses by implementing 360-degree communication strategies based on the return on investment, driven by the strong creative and user-centric approach required to upscale businesses and brand image. May I humbly request the presence of Mr. Aftab Shaukat PV, and also he is one of the very actively participating partner of our ScaleUp Conclave 2024. Thank you so much for being here, Afshab. Kindly take your seat. So that is Mr. Aftab Shaukat PV. And with that, let us invite the next panelist, who is Mr. Thomas George K. തോമസ് ജോർജ് കെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എത്ര പേർക്ക് അറിയും എന്നെനിക്കറിയില്ല. പക്ഷേ തോമൻ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും അറിയാത്തവരായി വളരെ ചുരുക്കം ആളുകളെ ഉണ്ടാകുള്ളൂ. സാറിൻ്റെ ഒരുപാട് സ്റ്റുഡൻസ് ഇന്ന് നമ്മളോടൊപ്പം ഈ വേദിയിലുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ വിത്ത് us, sir. And someone who is fantastic and brings in a friendliness caution to the education, the chairman at a lead college of management and autonomous MPA college that have been established in 2011, which focuses on imparting value-based education in business administration and provide the need-based training. Thank you so much, Mr. Thomas George K. We are so humbled to have you here. With that, let me now invite two very esteemed guests. With us, we have Mr. Abhijit Sinha and Ms. Answar Nzuma, who are the visionary founders and CEO of Project DEFI, enabling learners all around the world to take charge of their own learning and design their own lives by creating a self-learning space called as NOOCs within the marginalized communities. Thank you so much, Mr. Abhijit Sinha and Ms. Answar Nzuma. Can we kindly please give a loud round of applause for this gorgeous woman who is joining with us now? Thank you so much for being. It's our honor to be hosting you here. Kindly take the seats. And finally, let me invite onto the stage the final panelist for the fireside chat on the future of schools, Mr. Faisal Zaid, the academic director and dean of the B School International, who wishes to make a great distinction by blending all conventional courses like BBA and BCA with the emerging themes in the market for getting jobs easily, like consulting, developing startups, artificial intelligence, cloud computing, aviation and logistics. So we are all so excited to be listening what you are going to bring onto the table. And with that, let me just hand over the mic to our wonderful moderator, Mr. Aftab Shaukat PV. So the time is all yours. So good afternoon, good evening, folks. നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കെയിലപ്പ് ചെയ്യാനല്ലേ? ആണോ? വി ആർ ഓൾ ഹിയർ ടു സ്കെയിൽ അപ്പ്. ഈ സ്കെയിലപ്പ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെല്ലാവരും പറയുന്ന സ്കൂളിംഗ് ആണ്, അല്ലേ? നമ്മൾ സ്കൂളിലൂടെയാണ് നമ്മൾ കൾച്ചർ, നമ്മൾ എന്താണ് ആവേണ്ടത്, എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ദാറ്റ്സ് എ ബേസ്. അപ്പം സ്കൂളിംഗ് ആണ് നമ്മളുടെ എല്ലാവരുടെ ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്താവണം, എന്തായിത്തീരണം, എങ്ങനെ ആവണം എന്ന് പറയുന്നത് സ്കൂളാണ്. ഇവിടെ ഇരിക്കുന്ന ആവറേജ് ഏജ് വുഡ് ബി ഒരു 20-25 ഇയേഴ്സ് പീപ്പിൾ മോസ്റ്റ്ലി. ഒരു 20-25 വയസ്സിന് ആളുകളൊന്ന് കൈവെക്കും, അറൌണ്ട് ബിറ്റ്വീൻ 20-25. ഹ്യൂജ് നമ്പർ ഓഫ് ഓഡിയൻസ് ആർ സിറ്റിംഗ് ഔട്ട് ഹിയർ are of 20 to 25 age. Actually, നിങ്ങളെല്ലാവരും ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ മേ ബി ഔട്ട് ഓഫ് 24 hours a day, after 4 years, till your 20s,
maybe 8 to 10 years, 12 hours you are spending on education on every day. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന most of them 12 hours, 10 hours, half of their life, and more than half of their life they have spent in schools. So the schools define who you are and what you are. And what is the future of our school is our topic for today. Apo, we have got to, our session would be a mix of English and Malayalam because we have got two wonderful guests. I think Abhijit understands Tamil a bit, I think. Yeah, thoda അല്ലെങ്കിൽ konjam Tamil theriyunu parante. Actually, this is how we are going to take this entire session up. So I'll introduce my fellow members because I anchor പറഞ്ഞിട്ടുണ്ട് കൂടാതെ I'll introduce fellow members. Tommen ലീഡ് കോളേജിൻ്റെ ഡീനാണ്, അല്ലെങ്കിൽ ലീഡ് കോളേജിൻ്റെ ഓണറാണ്, ഫൗണ്ടറാണ്. തൊമ്മൻ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ്, എന്താ സ്വന്തമായിട്ട് കുട്ടികൾ ബസ് ഓടിക്കുന്ന, സ്വന്തമായിട്ട് ക്യാൻറ്റീൻ നടത്തുന്ന, ഗേറ്റ് പോലും ഇല്ലാതെ ഈ സമയത്ത് കയറി വരാൻ പറ്റുന്ന ഒരു MBA കോളേജ് എൻവിഷൻ ചെയ്ത് നമ്മളെല്ലാവരുടെയും പേഴ്സ്പെക്റ്റീവ് ഹി ഹാസ് ടേൺ അറൗണ്ട്. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് സിറ്റിംഗ് റൈറ്റ് ഹിയർ. അടുത്ത the person sitting next to me is Answa. She give a big round of applause for she coming down all the way from here. She heads the international operations for DeFi, project DeFi, right? DeFi. So DeFi is, I'll give you an introduction. നിങ്ങൾ ആരും വിശ്വസിക്കാത്തൊരു സാധനം. They run an educational system. 6 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള ആളുകളെ, ഐ എം ടോക്കിംഗ് ഇൻ മലയാളം ബിക്കോസ് ഓഫ് ദാറ്റ് ദേ വുഡ് ഗെറ്റ് ഇറ്റ് ഓൺ റിയൽ what exactly it is all about. 6 years to 65 yearsനെ ഒരു സ്പേസിൽ കൊടുക്കുന്ന ഫിസിക്കൽ ക്ലാസ് റൂമിൽ നിന്ന് വിത്തൗട്ട് ഫാക്കൾട്ടീസ്, വിത്തൗട്ട് ടീച്ചേഴ്സ്, അവരെ തന്നെ കമ്മ്യൂണിറ്റി ആയിട്ട് വെച്ച് പഠിപ്പിക്കുന്ന ഒരു ഓർഗനൈസേഷൻ they both run, and they have got 33 centers across the world. So give them a big round of applause with നമ്മൾ കേൾക്കാത്ത ഒരു തോട്ട് പ്രോസസ്സിലെ ഒരു കോൺസെപ്റ്റ് ആയിട്ടാണ് the sitting. Abhijit is the founder of that. And he has, he is been into that and he runs it absolutely well. Both of them run the show. She's from Zimbabwe and you're you're now in Bangalore, born in born in Mumbai, brought up in different parts. Yeah, finally he's in Bangalore. So that's it. So Adinisheshan, the panelist sitting out there is Mr. Faisal P. Said. ഈ ഹാളിൻ്റെ അകത്തിരിക്കുന്ന പല ആളുകളുടെയും ബിസിനസ് റിയലി സ്കെയിൽ ചെയ്തതിൽ മുഖ്യമായ ഒരു പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് ഫൈസൽ പി സെയ്ദ്. Faisal sir, over the 2000 year, remember 14 years back when he started off the organization, he said, what is the vision of a big school? Very simple terms. I want to make this as a Harvard of Malabar. And that's what he's envisioned. So really, literally, he's turned lots of people to think global, go global. Adinte oru real time example aanu Faisal sir. So we have got a wonderful panelists. I think this is the best panel in this session for today, and this is the best topic which we have to cover as such for the audience sitting out here in the Ladan. So when we start off the question, when we think about the question, the first question, 75 years back, Gandhi has put us a question saying it's like education is Gandhian philosophy. Education is more about activity and experiential learning. 75 വർഷങ്ങൾക്ക് ശേഷം this discussion would go, you can hear to the different perspective of individual person. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിൻ്റെ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്, ഡിഫറെൻറ്റ് തോട്ട് പ്രോസസ്സിൽ എഡ്യൂക്കേഷൻ ആളുകളുടെ അടുത്ത് നിങ്ങൾക്ക് കേൾക്കാം. This is how discussion is set to be and go off. So after 75 years of independence, where we stand on the real learning, with the activity, with the real-time learning, or with the experience, where our education system stands right now? First, so. ഈയിടെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നിരുന്നു. 100 വർഷം മുമ്പുണ്ടായിരുന്ന ഫോണും ഇപ്പോൾ ഉള്ള ഫോണും, 100 വർഷം മുമ്പുണ്ടായിരുന്ന പ്ലെയിനും ഇപ്പോഴത്തെ പ്ലെയിനും, 100 വർഷം മുമ്പിൽ ഉണ്ടായിരുന്ന പലതും ഇപ്പോഴത്തെയും വെച്ച് കഴിഞ്ഞിട്ട് 100 വർഷം മുമ്പുണ്ടായിരുന്ന ക്ലാസ് റൂമും ഇന്നത്തെ ക്ലാസ് റൂമും,
കുറച്ച് പെയിൻ്റ് അടിച്ച് ഭംഗി എന്നുള്ളതല്ലാതെ ബാക്കി എല്ലാത്തിലും അജഗജാന്തരം വ്യത്യാസമുള്ളപ്പം ഇവിടെ യാതൊരു വ്യത്യാസമില്ല. ടീച്ചർ നടുവിലുണ്ട്, കുട്ടികളെല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്, ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട്, കുട്ടി പഠിക്കുന്നുണ്ട്. അപ്പം ഇതാണോ പഠിപ്പിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പം അതല്ല എന്ന് പഠിപ്പിക്കുന്ന ടീച്ചർമാർക്കും പഠിക്കുന്ന കുട്ടികൾക്കും എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാ ഇതിങ്ങനെ പഠിപ്പിക്കുന്നത്? അത് പണ്ട് തൊട്ടേ അങ്ങനെ ആയിപ്പോയത് കൊണ്ട് നമ്മളിപ്പോഴും തുടരുന്നു. ഈ പണ്ട് തൊട്ടേ എന്ന് പറയുമ്പം ഞാൻ കുറച്ചൊന്ന് പറയുകയാണ് ഇത് എന്തുകൊണ്ട് എന്നുള്ളത്. നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നത് ഗുരുകുല സമ്പ്രദായമായിരുന്നു. ഞാൻ പഴമ പറയുകയല്ല. അപ്പം അങ്ങനെ ആകുമ്പോൾ ഒരു ഗുരുവിന് ഇഷ്ടംപോലെ ശിഷ്യന്മാരുണ്ടായിരുന്നപ്പം കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവൻ കുക്ക് ചെയ്യും, ഇൻറ്റീരിയർ ഡെക്കറേഷൻ ഇഷ്ടമുള്ളത് ഇൻറ്റീരിയർ ഡെക്കറേഷൻ, ഗസ്റ്റിന് ചെയ്യാൻ ഹോസ്പിറ്റാലിറ്റിക്ക് താല്പര്യമുള്ള, ഇങ്ങനെ ഓരോരുത്തരും ഓരോന്ന് ചെയ്യണം. ചിലർക്ക് ചെടിയായിരിക്കും, ചിലർക്ക് മൃഗങ്ങളായിരിക്കും. ഹീ ഡിഡ് വാട്ട് ഹീ വാണ്ടഡ് ഓർ ഹീ ലൈക്ഡ്. അവരെ ഓരോരുത്തരും ഓരോ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോയി. അപ്പോഴാണ് നമ്മുടെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇങ്ങോട്ട് വരുന്നത്. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കുകയാണ്. ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് ചിന്തിക്കരുത്. ഇതാണ് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ആദ്യത്തെ കാര്യം. നട്ട് ടൈറ്റ് ചെയ്യുന്നവൻ റിട്ടയർ ചെയ്യുന്നത് വരെ നട്ട് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതെടുത്ത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെക്കുന്ന ഇത് തന്നെ കുറേ കഴിയുമ്പോൾ സ്പീഡ് കൂടും റിട്ടയർ ചെയ്യുന്നവർ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം എന്ന്. അപ്പം ചിന്തിക്കാതെ പ്രവർത്തിക്കണം എന്നുള്ളതായിരുന്നു ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ആവശ്യം അന്ന്. ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമുക്ക് വന്നത്. അതുകൊണ്ടാണ് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു ടീഷർട്ട് എന്ന് പറയുന്നത് ഐ വാസ് ബോൺ ഇൻ്റലിജൻറ്റ് ബട്ട് എഡ്യൂക്കേഷൻ റൂയിൻഡ് മീ. എന്നെ നശിപ്പിച്ച എൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റമായിരുന്നു. കാരണം തീർച്ചയായിട്ടും വളരെ ക്രിയേറ്റീവായിട്ട് നിങ്ങളൊന്ന് നോക്കുക. 1ാം ക്ലാസ്സിൽ പോകുന്ന കുട്ടി ഇല്ലെ LKG പോകുന്ന കുട്ടി 1 മണിക്കൂറിലൊരു 90 ചോദ്യം ചോദിക്കും. നമുക്ക് തന്നെ പ്രാന്തരത്തിൽ ഒന്ന് നിർത്തുകൂടാന്ന് നമ്മൾ ചോദിച്ചു അറിയാതെ. ആ കുട്ടി 7ാം ക്ലാസ് 8ാം ക്ലാസ് എത്തിക്കഴിയുമ്പോഴേക്കും ഒരൊറ്റ ചോദ്യം ചോദിക്കണില്ല എന്നുള്ളതാണ് കാര്യം. അത് കുട്ടിയുടെ കുഴപ്പമാണോ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണോ? കുട്ടിയെ കൊണ്ട് ചിന്തിപ്പിക്കരുത് എന്നുള്ളത് അത് ടീച്ചർമാരുടെ കുഴപ്പമില്ല. ഞാനൊരു ടീച്ചറാണ്, ടീച്ചർമാരുടെയും കുഴപ്പമാണ് കേട്ടോ. ഇത് ഈ നോട്ട് ടു തിങ്ക് എന്ന് ഇതിൻ്റെ കാര്യം എന്താ വെച്ചെങ്കിൽ വെസ്റ്റേണിൽ മാറ്റി, നമ്മളിപ്പോഴും മാറ്റിയിട്ടില്ല. ഇപ്പം NEP അതിനെക്കുറിച്ച് ആലോചിക്കുന്നു, മാറ്റിക്കൊണ്ടിരിക്കുന്നു. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നല്ല രീതിയിൽ വിത്ത് ഓൾ പ്ലസ് ആൻഡ് മൈനസ് ഈ ഒരു ഭാഗം നല്ല രീതിയിൽ മാറണം എന്ന് പറഞ്ഞുകൊണ്ട് വന്ന്. അപ്പം പറഞ്ഞു തരാം, നിങ്ങൾ കേട്ടോളൂ, പഠിച്ചോളൂ, കാണാപ്പാഠം പഠിക്കുക എന്നൊരൊറ്റ ഭാഗമാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇന്ന് ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമേ ഇല്ല. ഈയിടെ 5 കുട്ടികളെ എൻ്റെ കുട്ടികളെ പിടിച്ചു പരീക്ഷ കോപ്പി അടിച്ചിട്ട്. ഞാൻ പറഞ്ഞു എന്തിനാ ഈ പിള്ളേരെ കൊണ്ട് കോപ്പി അടിപ്പിക്കണത്? എനിക്ക് എൻ്റെ ലിബർട്ടി തന്നിരുന്നെങ്കിൽ ഞാൻ എല്ലാ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ഇൻ്റർനെറ്റും കൊടുത്ത് ഇതിൽ നോക്കി നീ കണ്ടുപിടിച്ച് എഴുതടാന്ന് ഞാൻ പറഞ്ഞേനെ. കാരണം ആ ബുക്കിലുള്ള സാധനം കാണാപ്പാടം പഠിച്ച് ഇവിടെ എഴുതിയത് വെച്ചുകൊണ്ട് എന്ത് ഗുണം എന്നുള്ളൊരു ചോദ്യം it still stand unanswered. That is the education system. I pass it on to the rest. Sir, I'll add on to this panel. ഇതിൽ എത്ര ആളുകൾ ജീവിതത്തിൽ കോപ്പി അടിക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് കൈവെക്കാമോ? ഈ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കാതെ. സോ ഇവിടെ 1, 2, 3 ആളുകളെ കാണുന്നുള്ളൂ കോപ്പി അടിക്കാത്ത ആളുകൾ. സോ കോപ്പിയുടെ ഒരു ആർട്ടാണ് സീരിയസ്ലി. You have to repeat. Yeah, that's what, education system over the 75 years, we would saying it's you need to have an education system. Gandhi said over 75 years back, we have to build an education system which is experiential, which is adaptive, which is learning. But where we stand now, that's what I question is. After 75 years in Indian education, you've been seeing in Indian education for quite some time. You've been in India. So what you came out of something different. So what exactly it is all about? Where you think that stands right now? Learning by doing, yeah. Oh, okay. So I would say where I'm originally from Zimbabwe. So I'll give you a context and then I'll also then link it to India so you have better understanding. So in Zimbabwe, our learning system has always been led by the British. So we learn the same way, Cambridge and teachers, punishment and different things. That is what we have been taught, which is bad because it made us lose our culture. It made us lose the respect of who we are as a people. And it's something then that took away also the learning of context between
our own culture, and I see the connection there in terms of the Indian culture, and which is very vast, by the way. But that was also lost in the process. So the experience of doing became an experience of industrialist way of learning instead of a way of contextualizing what you will need in your community, what you will need in your life as a family to create that. So that was lost, and I think that's the one thing that we really have to preserve as a community, as a country. And India, being a young democracy at 75, should strive to keep fighting for that experiential learning, keep fighting to get the skills that fit into their community. That's how I would explain it. Sure. I think the 1,000 people sitting out here would definitely fight for future experiential learning, that's for sure. Thank you. Over to you, Abhijit, your stand for that. Yeah, hi. I don't know, we don't have to talk about the education system anymore. It's over, it's dead. See, you know what Gandhi said? Gandhi, clever man, right? He said that our slavery doesn't end until you get rid of this education system. That's what he said, you know. Why would he say something like that? What slavery is he talking about? The British are gone. Then who are we slaves to? It's an interesting thing to think about, right? I think something to understand here is that the schools that we see today, they didn't always exist. It's not forever and ever that they were there, right? They were created. And they were not created so that you live a great life or you get empowered and you think a lot and you are enlightened. None of that. They were created for a very simple reason. To make you believe that the biggest dream you can have in your life is to get a cubicle in some office. Right? And it is a very successful system, unfortunately. Because it succeeds in making people believe that if I get a job, yes, I've done it. When I was a kid, I would hear this from my parents all the time, that, you know, struggle now, it's okay, don't go to your friend's birthday or don't have fun. Be patient, one day you will be done with school, then you will be done with university, and you will have a job. And that day you will have freedom and you will have happiness. I believed in that for a long time. And the first day I walked into the software company I got hired into, I knew there is neither freedom nor happiness. So what was school preparing me for? If the school was preparing me for happiness one day, then it would show me how to be happy, right? But instead, what the school was preparing me for was to be okay to be unhappy for the rest of my life. To be okay with being miserable and accept that, yes, life is supposed to be unhappy. Life is supposed to be go to work at 9 a.m. and come back at 5 just because everybody else is working. But as I said, why do we have to talk about it? It's over, right? Sure, it will take some time for the schools that exist, the university that exists to catch on, but the world is already moving past this. The education system, the idea of education, this idea that we need to have a system so that we can create a workforce, it is not relevant anymore. And so we should start thinking, what do we do next? Right? Okay, thank you. Over to you, Faisal sir. Hi, hello, thanks for having me here. Malayalam, you can mix it with both Malayalam and English. Good evening to you all. Namaskaram, assalamu alaikum. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു ഫേമസ് ഒരു ആഡ് ഉണ്ട് ബ്രിട്ടീഷ് എയർവേസിൻ്റെ. ഇറ്റ് സെറ്റ് ചിൽഡ്രൻ വാക്ക് ടു സ്കൂൾ
കുട്ടികൾ നടന്നിട്ടാണ് സ്കൂൾക്ക് പോവുക. ബട്ട് വൺസ് ദ സ്കൂൾ ഗെറ്റ് ഓവർ, ദ റൺ ഫ്രം സ്കൂൾ, ദ ഡിസ്ലൈക്ക് സ്കൂൾ. കുട്ടികൾ എന്തുകൊണ്ടാണ് സ്കൂൾ വെറുക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ തോമസ് സാറ് പിന്നെ കടമെടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആയിരിക്കാം ബ്രിട്ടീഷ് എംപയറിന് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ അവർ ആഗ്രഹിച്ചത്. അതിനുപരിയായിട്ട് അവർക്ക് എപ്പോഴും കരം പിരിക്കലായിരുന്നു അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. അപ്പോൾ അവർക്ക് അന്ന് കമ്പ്യൂട്ടേഴ്സ് ഇല്ല. സാറിന് നമ്മളുടെ ക്രിയേറ്റീവ് ബ്രെയിൻ പ്രീഫണ്ടൽ ബ്രെയിനാണ്. പ്രീഫണ്ടൽ ബ്രെയിൻ ഒരു 3 hour എക്സാമിനേഷൻ സിസ്റ്റത്തിൻ്റെ സമയത്ത് ഷട്ട് ഡൗൺ ചെയ്യും. മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഡിഫറൻഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ബ്രെയിൻ പ്രീഫണ്ടൽ ബ്രെയിനാണ്. ആൻഡ് വൈ ദ ഹെൽ ദിസ് ബുൾഷിറ്റ് ഓഫ് എക്സാം ക്രീപ്ഡ് ഇൻ. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പിന്നെ ഈ പ്രീഫണ്ടൽ ബ്രെയിനെ ബ്രിട്ടീഷ് എംപയർ ഷട്ട് ഡൗൺ ചെയ്യിക്കുന്നത് അവർക്ക് സോൾജേഴ്സിലും അവരുടെ അതായത് ബ്രിട്ടീഷ് എംപയറിനെതിരെ എപ്പോഴും റിവോൾട്ട് ഉണ്ടായിട്ടുണ്ട്. അവർ പോയ ഓരോ സ്ഥലത്തും അവർ ഇൻവൈഡ് ചെയ്തപ്പോൾ. അപ്പോൾ അവരുടെ എംപ്ലോയീസ് ആസ് സച്ച് ഒരിക്കലും തിങ്ക് ചെയ്യരുത്, അവരൊരിക്കലും റിവോൾട്ട് ചെയ്യരുത്. അവർക്ക് നല്ല ഓർമ്മശക്തി വേണം. കാരണം കരം പിരിക്കണമെങ്കിൽ ഭയങ്കര കഴിവാണ് ഓർമ്മശക്തി. അപ്പം 2023 SLCയും +2 ഡിഗ്രിയൊക്കെ എപ്പോഴും ഓർമ്മശക്തി തന്നെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 100 years ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഇനി ഇത് നമ്മൾ ഒരു എഡ്യൂക്കേഷണൽ കരിക്കുലത്തിൻ്റെ ആംഗിളിൽ നിന്ന് ചിന്തിക്കുകയാണ്. ബിക്കോസ് ബേസിക്കലി ഐ എം എൻ അക്കാഡമിഷ്യൻ. ആ സൈഡിൽ നിന്ന് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ ഇതിനൊരു ഓതൻറ്റിക് ആയിട്ടുള്ളൊരു വാലിഡേറ്റഡ് സാധനം ഞാൻ എടുക്കുകയാണെങ്കിൽ ദാറ്റ്സ് നത്തിങ് ബട്ട് ബ്ലൂംസ് ടാക്സോണമി. ബ്ലൂംസ് ടാക്സോണമിയിൽ നമ്മൾ നമ്പർ 1 റിമെമ്പറാണ്. ഒരു കുട്ടി ഫസ്റ്റ് റിമെമ്പർ ചെയ്യണം സാധനങ്ങൾ. ആൻഡ് ദാറ്റ്സ് എ സ്കിൽ, യു കാൺ ഡു അവേ ദാറ്റ്. ഈ റിമെമ്പർ കഴിഞ്ഞ അടുത്ത ലാഡർ കോംപ്രഹെൻഷൻ ആണ്. ഒരു മലയാളി അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ കുട്ടി ബേസിക്കലി കോംപ്രഹെൻഡ് ചെയ്യും അവൻ്റെ ലാംഗ്വേജിൽ. കോംപ്രഹെൻഡ് എന്ന് വരുന്ന സാധനമാണ് സിന്തസിസ്. ഇപ്പം ഞാനും നിങ്ങളൊരു മൂവി കാണുകയാണെങ്കിൽ, ഞാനും നിങ്ങളൊരു പുസ്തകം വായിക്കുകയാണെങ്കിൽ ആ സിന്തസിസ് എന്നാണ് ഞാൻ ലോജിക്ക് ഉണ്ടാക്കുന്നത്. ഞാൻ കേരളത്തിൽ ഇപ്പോൾ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും നല്ലൊരു മൂവിയായിരുന്നു കുമ്പളങ്ങി നൈറ്റ്സ്. കേരളത്തിൻ്റെ സമൂഹത്തിനെ കംപ്ലീറ്റ്ലി ട്രോൾ ചെയ്യുന്ന ശ്യാം പുഷ്കറിന് തിരക്കഥ എഴുതിയൊരു നല്ല മൂവി. നമ്മളുടെ ഫാമിലിയൽ സിസ്റ്റത്തിനെയും ഒരു അളിയനെയും അതേപോലെ തന്നെ ഒരു ഫസ്റ്റ് സണ്ണിനൊക്കെ ഇതാക്കുന്നത്. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റഡ് മൂവി. ഞാൻ പത്മനാഭൻ്റെയും ഭരതൻ്റെ ഒക്കെ ശേഷം ഇനി മലയാള സിനിമയ്ക്ക് വലിയൊരു ഇതൊന്നും ഇല്ല എന്ന് കരുതിയ ഒരാളായിരുന്നു. ബട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ സിന്തസിസ് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് മനുഷ്യൻ്റെ ലോജിക്ക് വരുന്നത്. നമ്മൾ കുട്ടികളെ ഏറ്റവും ഇൻ്റലിജൻ്റ് ആയ കുട്ടികൾ ഇതിലെത്തി നിൽക്കുകയാണ്. കോംപ്രഹെൻഡ് ചെയ്ത സാധനം അവനൊരു ലോജിക്ക് ഉണ്ടാകുന്നു. ഒരു മൂവി കാണുമ്പോൾ അവനൊരു ലോജിക്ക് ഉണ്ടാകുന്നു. ഒരു പുസ്തകം വായിക്കുമ്പോൾ അവനൊരു ലോജിക്ക് ഉണ്ടാക്കുന്നത്. ഈ ലോജിക്ക് ആയിരിക്കാം അവൻ്റെ ബേസിക് ആയിട്ടുള്ള ലേണിംഗ് ഇന്ത്യൻ സിസ്റ്റത്തിൽ. പക്ഷെ വെസ്റ്റേൺ സിസ്റ്റത്തിൽ ഞാൻ കണ്ടിടത്തോളം ബ്ലൂംസ് ടാക്സോണമിൻ്റെ ഫേർദർ എൻഡുകളുണ്ട്. ഈ സിന്തസിസ് ഉണ്ടാക്കിയ ലോജിക്കിനെ അപ്ലൈ ചെയ്യുമ്പോഴാണ് മനുഷ്യന് എന്ത് കിട്ടുന്നത്, ഒരു സാധനത്തിൻ്റെ മീനിങ് കിട്ടുന്നത്. വൈ സ്റ്റുഡൻസ് ആർ ഡിസ്ലൈക്കിംഗ് മെജോറിറ്റി ഓഫ് ദ സബ്ജക്ട്? ബിക്കോസ് ഇറ്റ് ഡസൻറ്റ് അപ്ലൈ ടു ഹിം, ഇറ്റ് ഡസൻറ്റ് ഫിറ്റ് ടു ഹിം. He can't even apply that in these real life situations. അതുകൊണ്ടായിരിക്കും അവനത് ഇഷ്ടപ്പെടാത്തത്. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അപ്ലിക്കേഷൻ വലിയൊരു പാർട്ടാണ്. അപ്ലിക്കേഷനിൽ സാധാരണ അറബിക്കിൽ അതിന് പറയും വഹ്ബിയ ഇൽമ്. വഹ്ബിയ ഇൽമ് കൊടുക്കുക, സാധനം അപ്ലൈ ചെയ്യുമ്പോൾ ഇൽമൻ നാഫിയ എന്ന് പറയും നമ്മളോട് എപ്പോഴും. അമലൻ മുത്തക്കബലൻ, ഒരു അപ്ലൈ ചെയ്യപ്പെടുന്ന ഇൽമ്. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു അപ്ലിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അപ്ലിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന സാധനം ആ അപ്ലിക്കേഷൻ അനാലിസിസ് നമ്മൾ ചെയ്യണം. ഈ അനാലിസിസ് അതിൻ്റെ 2 sides ആണ്. അതിന് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സൈഡാണ്. 5ാമത്തെ സൈഡാണ് അതിൻ്റെ ഇവാലുവേഷൻ. ഇവാലുവേഷനിലാണ് നമ്മൾ ലിറ്ററലി നമ്മൾ ഡിബേറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മളെടുത്ത ഡിസിഷൻ റൈറ്റ് ആണോ റോങ് ആണോ എന്നില്ലേ. അതിനുശേഷമാണ് ക്രിയേഷൻ വരുന്നത്, ക്രിയേറ്റിവിറ്റി വരുന്നത്. അപ്പം നമ്മളിപ്പോഴും ആ ഒരു 3 ladderൽ നിൽക്കുകയാണ്. റിമെമ്പർ, കോംപ്രഹെൻഷൻ, ദെൻ ദ തേർഡ് സ്റ്റഫ് ലൈക്ക് സിന്തസിസ്. സിന്തസിസ് ആർക്കാണ് നമ്മൾ കോളേജുകളിലൊക്കെ കിട്ടുന്നത്? അപൂർവം വായിക്കുന്ന കുട്ടികൾക്ക് സിന്തസിസ് ഉണ്ടാവുള്ളൂ. ഞാൻ ലിറ്ററലി ഇതിനൊക്കെ എന്നെ കടപ്പെട്ടില്ല. എൻ്റെ ഒരു 6th grade മുതൽ എനിക്കൊരു എന്താ പറയുക, ഒരു സഖാവായ ഫാദർ ഉണ്ട്. അപ്പോൾ വീട്ടിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇദ്ദേഹത്തിനോട് ഓരോ സാധനങ്ങളും ഡിബേറ്റ് ചെയ്യപ്പെട്ടല്ലോ. അതേപോലെ തന്നെ മാതൃഭൂമിയടിച്ചപ്പോയപ്പം കലാകൗമുദിയും അതേപോലെ തന്നെ കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ സിസ്റ്റവും എല്ലാത്തിനും അദ്ദേഹം ഡിബേറ്റ് ചെയ്യുമായിരുന്നു. എൻ്റെ ബ്രദറിനെ കൊണ്ട് എന്നെ കൊണ്ട്. ബ്രദർ ഇപ്പോൾ US സിറ്റിസൺഷിപ്പ് എടുത്ത് ഇന്ത്യയിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം AI റിസർച്ച് ചെയ്യുന്ന സ്കോളറാണ്. അവൻ്റെ മക്കളൊക്കെ US സിറ്റിസൺഷിപ്പ് എടുത്തു. പക്ഷെ ഞാനിപ്പോഴും ഇന്ത്യയിൽ തന്നെയാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സംഭവം അതർ എനിക്ക് സ്കൂളിനെക്കാളും കടപ്പാടില്ല എൻ്റെ ആ ഡിയറസ്റ്റ് ഫാദറിനോടാണ്. ബിക്കോസ് ഹീ ഈസ് ദ വൺ ഹൂ മെയ്ഡ് മീ ആക്ച്വലി.
ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പല ആളുകൾക്കും പലപ്പോഴും ഇങ്ങനത്തെ ഒരു ഇക്കോസിസ്റ്റം കിട്ടാത്തതുകൊണ്ടാണ് ആ സിന്തസിസിന് ശേഷമല്ലേ ഒരു അപ്ലിക്കേഷനും ഇവാലുവേഷനും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ക്രിയേറ്റ് സൈഡ് ലാറ്ററൽ തിങ്കിങ്ങിലേക്കൊക്കെ നമ്മളെ സൊസൈറ്റി പോകാത്തത്. ബട്ട് ഇഫ് യു ചെറിയ പിക്ക് എനി വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി, ബി ഇറ്റ് UK, be it US or be it Japan, they work on Bloom's taxonomy. And I think നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ബേസിക്കലി അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്ക് കാലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. നമ്മളിപ്പോഴും ആ റിമെമ്പർ സിസ്റ്റത്തിലാണ്. ഇപ്പോൾ ഞാനൊരു കോളേജ് നടത്തുന്നവനാണ്. എനിക്ക് വരുന്ന 97% കുട്ടികളും സ്റ്റഡീസ് ഡിസ്ലൈക്ക് ചെയ്യുന്നവരാണ്. എനിക്ക് വരുന്ന 97% കുട്ടികളും കോളേജിനെ കുറിച്ചുള്ള ഒരു വീഡിയോ അതിലിട്ട് കഴിഞ്ഞാൽ അതിനെ വന്ന് തെറി പറയുന്നവരാണ്. ബിക്കോസ് ദ ഡിസ്ലൈക്ക് ലേണിംഗ്. കാരണം ഞങ്ങൾക്ക് കിട്ടിയ കുട്ടികളൊക്കെ നാട്ടിലെ +2 കുട്ടികളാണ്. കാരണം അവരൊരിക്കലും പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവരെന്തുകൊണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല? അവർ +2 വരെ അവരെ പഠിച്ച പഠിത്തം അവർക്കൊരിക്കലും യൂസ്ഫുൾ ആയിട്ട് തോന്നില്ല. 2 വീക്കോ 3 വീക്കോ എഴുതിയിട്ട് എക്സാം എഴുതിയിട്ടാണ് അവരിൽ വന്നിട്ടുള്ളത്. പക്ഷെ അതിൽ അപൂർവ ഒരു 3% കുട്ടികളുണ്ട്. അവർ ഔട്ട് ഓഫ് ഇത് വായിച്ച് കോംപ്രഹെൻഡ് ചെയ്ത് അവരുടേതായ ലോജിക്ക് ഉണ്ടാക്കിയ കുട്ടികളാണ്. ആ കുട്ടികൾ മാത്രമാണ് ഒരു വെസ്റ്റേൺ സിസ്റ്റത്തിലേക്ക് പോയാലും കാലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്, നാട്ടിലും കാലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. ബാക്കി മെജോറിറ്റി ഒരു സർട്ടിഫിക്കറ്റ് ലേണിംഗ് ബാക്കി കാര്യങ്ങളിലും തഴയപ്പെടുകയാണ്. പക്ഷെ ഞാൻ ആ കുട്ടികളെ ഒരിക്കലും ബ്ലെയിം ചെയ്യില്ല. ഇത് ആ കുട്ടികളുടെ പ്രശ്നമല്ല. ഇത് ഈ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തതാണ്, ഇവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തതാണ്, ഇവിടുത്തെ സിലബസ് മേക്കേഴ്സ് ക്രിയേറ്റ് ചെയ്തതാണ്. കാരണം അവർക്ക് കിട്ടുന്ന ചവറ് സിലബസ് ആണ്. Nothing more than that. All right. It was like, remember എന്നുള്ള സിസ്റ്റത്തിൽ you need to calibrate to the next level. That's what the final thing is all about. നമ്മുടെ സെഷൻ്റെ I planned for 4-5 questions and one question we have almost done session because it's a big topic, maybe a day to discuss. Second question is, pandemic has made a drastic shift in our education system. We have gone from this offline world to an online world. ഈ കൊറോണ വന്ന സമയത്ത് ഒരു ഭയങ്കരമായിട്ടുള്ള ഷിഫ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ നാട്ടിൽ സ്പ്രൗട്ടൻ ചെയ്ത കുറേ ബ്രാൻഡ്സ് അല്ലെങ്കിൽ there are lots of educational brands which just came up. Literally, you could see lots of people sitting out here, Xylem, EduPort, and lots of brands like Interval, lots of brands. How was a recent shift to the remote learning going to affect the future, and what aspects should be retained? There are lots of students shifted from offline to the online. And how has a recent shift to remote learning influenced the future of education? What aspects should be retained? Adil endu aspects aanu nammal retain cheyanam ennalladana question. Any one of the panelists, maybe we'll make it. Abjit, you would take the call? Yeah. I think the first time I saw how the digital classrooms were being run during COVID, the first thought in my mind was, well, before the teachers were boring you in the classroom, now they bored you at your home. So I have a very strong opinion about technology when it comes to education, that if it is merely going to replace a platform, right, all it does is give you a device in your hand instead of paper and pen, then it's not very meaningful, right? It makes things easier, it makes taking exams easier, it makes having 10,000 students in a classroom instead of 40 students easier, but that's about it. It's just logistical. Real technological intervention would be in the way it enhances learning, not just makes it easier for the school or for the teacher or for the administration. That's not a very great intervention. And so far, I feel India still has a lot of struggle in this department, right? I hope that we will see the use of technology in a way that is pedagogical in nature, that makes learning much better. And learning, at the end of the day, forever and ever since the beginning of humankind, has been a social process. So if it can make that process better, great, right? If not, then, well, Zoom calls, Skype calls, or blackboards, they all mean the same thing. Boring. Yeah. So I think, John Dewey is basically father of education ആയിട്ട് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് കോട്ട് ഉണ്ട്. എന്താണ്? When you think, when you are faced with a challenge or a problem, ഒരു ചാലഞ്ചോ പ്രോബ്ലമോ നിങ്ങൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തിങ്ക് ചെയ്യും,
അതിനെങ്ങനെ റിയാക്ട് ചെയ്യണമെന്നില്ലേ. അതാണ് അദ്ദേഹം അതിന് കൊടുത്ത കോട്ട്. രണ്ടാമത് ലേണിങ്ങിന് കൊടുത്ത കോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലേണിങ്ങിനെ ഡിഫൈൻ ചെയ്തൊക്കെ കാണാൻ പറ്റും. നിങ്ങൾ ആ സാധനത്തിൽ നിങ്ങൾ എന്താണ് കോംപ്രഹെൻഡ് ചെയ്തത്, നിങ്ങളുടെ എക്സ്പീരിയൻസ് ആ സാധനമാണ് ബേസിക്കലി ലേണിങ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലേണിങ്ങിനേക്കാളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് മൂന്നാമത്തെ ഏറ്റവും വലിയൊരു കാര്യം. അതൊരു മനുഷ്യൻ്റെ അപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ്. എന്ത് സാധനമാണ് മനുഷ്യൻ ജീവിതത്തിൽ കൊണ്ടുപോകുക എന്നില്ല, അത് അപ്ലിക്കേഷൻ നോളജാണ്, അപ്ലൈഡ് നോളജാണ്. അപ്ലൈഡ് നോളജ് കിട്ടുന്നത് നമുക്ക് പലപ്പോഴും കിട്ടിയ നോളജിനെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് സ്കില്ലാവുന്നത്, അതാണ് ആകെ ഉപകരിക്കപ്പെടുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പാൻഡമിക് ബേസിക്കലി കുട്ടികൾക്ക് ഉണ്ടാക്കിയ അല്ലെങ്കിൽ സ്കൂൾസിനും കോളേജസിനും ഉണ്ടാക്കിയ ഏറ്റവും വലിയൊരു പ്രശ്നം അവരുടെ പേഴ്സണായിട്ടിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വലിയൊരു കാര്യം മിസ്സായെന്നില്ലയാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഹാർവർഡും സ്റ്റാൻഫോർഡൊക്കെ ലോകത്തിലെ ഐവി ലീഗ് യൂണിവേഴ്സിറ്റീസാണ്. പക്ഷെ അവർ പലപ്പോഴും ആ സമയത്ത് പിന്നെ ഒരിക്കലും ഒരു LMS ഉപയോഗിച്ചിട്ട് കുട്ടികളിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു പലപ്പോഴും. കാരണം അവരതിന് ആ സമയത്ത് ഡിഫൈൻ ചെയ്യപ്പെട്ടത് സോഷ്യോ എക്കണോമിക് പ്രോസസ്സായിട്ടാണ്. എഡ്യൂക്കേഷനിൽ എപ്പോഴും ഒരു കുട്ടി പഠിക്കുന്നത് ഒരു സ്കില്ലോ നോളജോ കരസ്ഥാക്കുന്നത് നാളെ അവൻ്റെ ലൈഫ് കരുപ്പിടിപ്പിക്കാനാണ്. അതിൻ്റെ ഒപ്പം തന്നെ അതിലൊരു സോഷ്യോ പേർപ്പസ് ഉണ്ട്. ആ സോഷ്യൽ പേർപ്പസ് എന്താണ്? ഈ കുട്ടിക്ക് നാളെ അവൻ്റെ കമ്മ്യൂണിറ്റിയിൽ അതർ കമ്മ്യൂണിറ്റീസിൽ ഗ്ലോബലി ഈ ആളുകളുമായിട്ട് ബിഹേവ് ചെയ്യാല്ലേ ബിഹേവിയറൽ സ്കിൽസ് കുറേ കിട്ടേണ്ടതുണ്ട്. അത് പലപ്പോഴും പേഴ്സണാണ് കുട്ടികൾക്ക് കിട്ടാറ്. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ പാട്ട് ഭയങ്കര മിസ്സിങ് ആയിരുന്നു. സാധാരണ നിങ്ങൾ കണ്ടാൽ മതി, പാൻഡമിക്കിന് ശേഷം ജനങ്ങൾ ചെയ്ത ഏറ്റവും വലിയ സാധനം റിവെഞ്ച് ബൈയിങ് ആയിരുന്നു. റിവെഞ്ച് ബൈയിങ് എന്ന് പറഞ്ഞാൽ സോഷ്യലി വീട്ടിലിരുന്ന് വീട്ടിലിരുന്ന് നമ്മൾ ഒറ്റപ്പെട്ടപ്പോൾ നമ്മൾ പുറത്ത് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എക്സ്ട്രീംലി എല്ലാ പ്രൊഡക്ട്സും വാങ്ങിക്കൽ തുടങ്ങി. കേരളത്തിലെ എല്ലാ റിസോർട്ടുകളും നിറഞ്ഞു ആൾക്കാരെ കൊണ്ട്. കാരണം ആളുകളൊക്കെ അന്നാണ് എൻജോയ്മെൻറ്റ് മനസ്സിലാക്കിയത്. ലൂയി വിട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ലക്ഷൂറിയസ് ബ്രാൻഡ് ഉണ്ട്. 10 12 ഒക്കെ ഇടുന്ന ആർണോൾട്ട്, ലൂയി വിട്ടൻ്റെ ചെയർമാൻ്റെ ടോട്ടൽ അസറ്റ്സ് നമ്പർ 1 പോയി. ദ റീസൺ വാസ് ആൾക്കാരൊക്കെ ബേസിക്കലി പാൻഡമിക്കിന് മനസ്സിലാക്കിയത് ഏതായാലും ജീവിതം അടിച്ചു പോവും, അതിനു മുമ്പ് ഒരു ലൂയി വിട്ടൺ ഡ്രസ്സ് പോയിട്ട് വാങ്ങിക്കുക എന്നില്ലേ. അപ്പോൾ ആളുകൾക്ക് അത്രയും ഈ പാൻഡമിക് ക്രൈസിസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അന്ന് നമ്മൾ ആകെ സഹായിച്ച സാധനം ഡാറ്റയായിരുന്നു. 1964 ആദ്യമായിട്ട് തിയോഡർ ലവിറ്റ് ബേസിക്കലി എനിക്ക് തോന്നിയിടത്തോളം ഹിറ്റ്ലറിൻ്റെ ഓഷവിറ്റ്സ് ബൈക്കിന് ക്യാമ്പിൽ നിന്ന് ചാടിപ്പോയിട്ട് ഹാർവർഡിലെ പ്രൊഫസറായ അദ്ദേഹം പറഞ്ഞ വലിയൊരു കാര്യം 2000 ആണ്ട് 2023 2024 ഈ ആണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ആ ആണ്ടെത്തുമ്പോഴേക്ക് ഇൻ്റർനെറ്റ് ബേസ്ഡ് കമ്പനീസ് ലോകത്ത് വലിയൊരു ജനറേഷനെ ക്രിയേറ്റ് ചെയ്യും. അവരെന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് ആപ്പിനോട് അവർ അഡിക്റ്റഡ് ആയിരിക്കും. അവർ വാങ്ങിക്കുന്ന ബ്രാൻഡുകളൊക്കെ ഗ്ലോബൽ ബ്രാൻഡ്സ് ആയിരിക്കും. അവർ ചേസ് ചെയ്യുന്ന സെലിബ്രിറ്റീസൊക്കെ ഗ്ലോബൽ ആയിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ സത്യത്തിൽ ഒരു 92 ഹാർവർഡ് ബിസിനസ് റിവ്യൂ ഒക്കെ വായിക്കുന്ന സമയത്ത് ഐ ജസ്റ്റ് ഫെൽറ്റ് ഇറ്റ് ആസ് ഒരു ഫാലസി ഇട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ 2000 ആദ്യമായിട്ട് കോവിഡ് അടിച്ച സമയത്ത് ഞാൻ നാസ്ഡാക്കിലെ US സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അവർ വാറൻ ബുഫറ്റിനെ വിളിക്കുന്നുണ്ട്, എലോൺ മസ്കിനെ വിളിക്കുന്നുണ്ട്, അതേപോലെ തന്നെ റേ ഡാലിയോനെ വിളിക്കുന്നുണ്ട്. ഇവരോടൊക്കെ ചോദിക്കേണ്ട ഈ പാൻഡമിക്കിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നില്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഗുരൂസാണ് ഇവരൊക്കെ. എലോൺ മസ്ക് ഒരു ഇന്നോവേറ്ററാണ്. അപ്പോൾ വാറൻ ബുഫറ്റ് പറയാം എനിക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് യാതൊരു ഐഡിയ ഇല്ല എന്നില്ലേ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബേസിക്കലി അന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ചെയ്യുകയാണ്. പക്ഷെ അന്ന് ഉദിച്ചുയർന്ന കമ്പനീസാണ് ഫാങ് കമ്പനീസ്. ഫേസ്ബുക്ക്, ആപ്പിൾ, ആമസോൺ, നെറ്റ്ഫ്ലിക്സ്, ഗൂഗിൾ, ഇതൊക്കെ ഇൻ്റർനെറ്റ് കമ്പനീസ് ആയിരുന്നു. ഞാൻ അന്ന് ആലോചിച്ചു തിയോഡർ ലവിറ്റ് പറഞ്ഞ കാര്യം ട്രൂത്ത് ആയിരുന്നില്ലേ. നിങ്ങൾ നമ്മളെ കുട്ടികളിലേക്ക് നോക്കിയും അവരൊക്കെ സ്കെച്ചേഴ്സാണ് ഇടുന്നത്, അവരൊക്കെ അഡിഡാസാണ് ഇടുന്നത്, അവരൊക്കെ നൈക്കിയാണ് ഇടുന്നത്. അവർ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫുട്ബോളേഴ്സിനെയാണ് ചേസ് ചെയ്യുന്നത്. അവർ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് അപ്പ് ഫ്രണ്ട് കോഫി ഷോപ്പിലാണ് കോഫി കുടിക്കുന്നത്. അപ്പം തിയോഡർ ലവിറ്റ് പറഞ്ഞാൽ ലോകത്തേക്ക് പോവുകയാണ്. അപ്പോൾ എനിക്ക് തോന്നിയിടത്തോളം പാൻഡമിക്കിൽ നിന്ന് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു കാര്യം ടെക്നോളജി അഡോപ്ഷനാണ്. ഈ ടെക്നോളജിയെ ബേസിക്കലി നമ്മളെ കരിക്കുലത്തിലേക്കും നമ്മളെ കോളേജസിലും സ്കൂളിലേക്കും കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പം നമ്മളെ നാട്ടിൽ തന്നെ ഒരു കമ്പനി ഉണ്ട് ബേസിക്കലി. ആ കമ്പനിൻ്റെ പേര് BLUNT-ED എന്നില്ലയാണ്. IITians ഗ്രൂമപ്പ് ചെയ്തൊരു കമ്പനിയാണ്. ഞാൻ അതിനെ ഗ്രൂം ചെയ്യാൻ കുറേ പോവാറുണ്ട്. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർ ശരിക്ക് സ്കൂൾസിലൊക്കെ സയൻസിനെ ഫണ്ടും അതേപോലെ തന്നെ റോബോട്ടിക്സും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ടെക്നോളജി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ടിങ്കർ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. And I think, that's romantic, that's sexy, I guess. Yeah. All right. It was very insightful.
ഞാൻ പ്രതീക്ഷ ക്വസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ആൻസർ ആണ് കിട്ടിയത്. ഹൗ ഇസ് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഇസ് ഗോയിങ് ടു ഫ്യൂച്ചർ, ഐ മീൻ ടേക്ക് അപ്പ് ഇൻ ദ ഫ്യൂച്ചർ എന്നുള്ളത്. I think we're almost done with the time, Pakshe. Maybe I'll ask a couple of questions. We'll make it quicker so that we don't miss out the questions. And so, how can emerging technologies like AI and machine learning can be efficiently integrated into our classrooms? Taman. എയും മെഷീൻ ലേണിങ്ങും നമ്മുടെ പുതിയ ക്ലാസ് റൂംസിലേക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് എങ്ങനെ നമുക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാന്നുള്ള റിക്വസ്റ്റ്. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇപ്പോൾ ഉള്ളൊരു കുഴപ്പം, ഞാൻ പറഞ്ഞു തരുന്നു, നിങ്ങൾ കേൾക്ക്, നിങ്ങൾ പഠിക്കുക. അപ്പം നോളജാണ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഇപ്പം നമ്മുടെ മനസ്സിൽ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു നിറകുടം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒഴിക്കുന്നു, താഴെ കുട്ടികളൊക്കെ ഇരുന്ന് കുടിക്കുന്നു. ഇതൊക്കെ എല്ലാവരുടെ മൊബൈലിൽ ഇരിക്കുമ്പം നോളജിന് വേണ്ടിയിട്ട് ക്ലാസ്സിൽ പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. AI വരുമ്പം ആ AI ഇന്നതാണെന്ന് പറഞ്ഞ് 1 2 3 എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയല്ല വേണ്ടത്. ആ AI ഉപയോഗിച്ച് നേരത്തെ ഫൈസൽ സാറ് പറഞ്ഞ പോലെ അപ്ലിക്കേഷൻ ലെവലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ക്രിയേറ്റീവ് ആവും, അവർ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ ആസ്പെക്റ്റിൽ ഇതിപ്പോൾ AI തന്നെ വേണമല്ല, കുറേ കളിമണ്ണ് കൊടുത്തിട്ടുണ്ടെങ്കിലും അവർ കളിച്ചുകൊണ്ടിരിക്കും. അവർ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരും. നമുക്ക് ഞാൻ പറഞ്ഞ ഇൻഡസ്ട്രിയലൈസേഷനിലെ നട്ടുണ്ടെങ്കിൽ 10 നട്ട് ഒരേപോലെ ആവണം എന്നുള്ളതാണ് അവർ നോക്കുന്നത്. നമ്മുടെ 10 കുട്ടികളും 10 കുട്ടികളാണ്, 10ഉം 10ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഈ ഒരു റിയലൈസേഷൻ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഒരു പ്രോബ്ലത്തിന് 10 സൊല്യൂഷൻ കൊണ്ടുവരണം. അപ്പോൾ ഈ AI ഒരു ഗുണം അതാണ്, എങ്ങനെ വേണേൽ പെർമിറ്റേഷൻ കോമ്പിനേഷൻ വെച്ച് എന്ത് വേണേൽ ചെയ്യിക്കാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി ടൈം ഔട്ട്. I would put another question to Abhijit. Last. Yeah. Can I? Yeah, sure. മെഷീൻ ലേണിങ്ങും എയും ബേസിക്കലി മെഷീൻസിന് ഒരു എക്സ്പീരിയൻസിലിടുമ്പോൾ മെഷീനും ബോട്ടും ലേൺ ചെയ്യുന്നതാണ് AI മെഷീൻ ലേണിംഗ്. അപ്പോൾ ഈ AI മെഷീൻ ലേണിംഗ് ഇന്ന് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റില്ല. കാരണം 2 മില്യൺ ഇമേജസ് ആണ് ഇന്നലെ AI ജനറേറ്റ് ചെയ്തത്. 4 ബില്യൺ ഡിവൈസസ് ഉണ്ട് AI മെഷീൻ ലേണിങ്ങിൻ്റെ. $140 ബില്യൺ അതിൻ്റെ മാർക്കറ്റ് കിടക്കുന്നത്. 20% ഗ്രോത്ത് കിടക്കുകയാണ് അതിൽ. അപ്പോൾ അതിന് നമുക്ക് ഡൂ അവേ ചെയ്യാൻ പറ്റില്ല. ChatGPT 2023 ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻ്റായി മാറി, കുട്ടികൾ കോപ്പി അടിച്ചിട്ട്. അപ്പോൾ എനിക്ക് തോന്നിയിടത്തോളം ഇതിൽ നിന്ന് സൊസൈറ്റിക്ക് മാറണമെങ്കിൽ, നമ്മളെ മനുഷ്യ സമൂഹം മാറണമെങ്കിൽ, മനുഷ്യ സമൂഹത്തിന് ഡൈവേർജൻ്റ് ആയിട്ടുള്ള കുറേ സ്കില്ലുണ്ട്. കാരണം ഇത് ചെയ്തിട്ടുള്ള ഹ്യൂമൻ ബ്രെയിനിൻ്റെ മോഡൽ ചെയ്ത സാധനമാണ് AI മെഷീൻ ലേണിംഗ്. അപ്പോൾ ഞാനൊരു റൂമിൽ ഇരിക്കുകയാണെങ്കിൽ എന്നെ ലിസൺ ചെയ്യാൻ AIക്ക് പറ്റും, എന്നെ വാച്ച് ചെയ്യാൻ AIക്ക് പറ്റും. പക്ഷേ ഒരു നായക്കുട്ടിക്കോ പൂച്ചക്കുട്ടിക്കോ മനുഷ്യനോ എന്താ പറയുക, എൻ്റെ മൂഡ് മനസ്സിലാക്കാൻ പറ്റും. ആ മൂഡ് AIക്കും മെഷീൻ ലേണിങ്ങിനും മനസ്സിലാക്കാൻ പറ്റില്ല. ദാറ്റ്സ് വെയർ ഹ്യൂമൻ ആർ ഡിഫറെൻറ്റ്. ഹ്യൂമൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത് ഹ്യൂമൻ ക്രിയേറ്റീവാണ്. ഹ്യൂമന് ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ അതിന് വളരെ ഡൈവേർജൻ്റ് ആംഗിളിൽ നിന്ന് ചിന്തിക്കാൻ പറ്റും. ഹ്യൂമന് ഒരു പ്രോബ്ലത്തിനെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അപ്ലൈ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റിക്ക് ഇഫക്റ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഒരു അതർ കമ്മ്യൂണിറ്റിക്ക് ഇഫക്റ്റ് ചെയ്യുന്നത്, ഇതിന് വേണ്ട എമ്പതി ഉണ്ടാവും, ഇതിന് വേണ്ട സോഷ്യൽ സ്കിൽ ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം പാലസ്തീനിൽ എത്രയോ ജനങ്ങളെ അടിച്ചു കൊല്ലുകയാണ്. യുക്രൈനിലെ ആളുകളെ കൊല്ലുന്ന വേദന നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷെ പലസ്തീനിലെ ജനങ്ങളെ വേദന എടുക്കാൻ വെസ്റ്റേൺ സൊസൈറ്റി എന്തല്ല, തയ്യാറല്ല. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് എമ്പതി ഇമോഷൻസിനെ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന നോളേജിനെ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ അതർ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനത്തെ ഒരു സാധനം അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് മനുഷ്യർ അവരുടേതായ ഒപ്പീനിയൻസും അവരുടേതായ നോൺസും ഉണ്ടാക്കേണ്ടതെന്നില്ലേ ശരിക്കും നമ്മളെ സൊസൈറ്റിനെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഇന്ത്യയിൽ ലോകത്ത് ഒരേ ഒരു സിലബസ് ഉള്ളൂ, അത് IB സിലബസ് ആണ്, ഇന്റർനാഷണൽ ബാക്കലറേറ്റ്. ടോട്ടൽ മലബാറിലാകെ വൈറ്റ് സ്കൂളിലേ ഉള്ളൂ. അത് മാത്രമാണ് ഇനി ഈ ഒരു മോഡേൺ സ്കൂളിങ്ങിലേക്ക് ക്രിട്ടിക്കൽ തിങ്കിങ്ങും അതേപോലെ തന്നെ ഇന്റർപേഴ്സണൽ സ്കില്ലും ക്രിയേറ്റിവിറ്റി മാപ്പ് ചെയ്തിട്ടുള്ള ഒരേ ഒരു സിലബസ്. ബാക്കിയൊക്കെ ചവറാണ്. നമ്മളെ കുട്ടികളെ നമ്മളിട്ട സാധനം തന്നെ, നമ്മൾ ഡിസ്ലൈക്ക് ചെയ്ത സാധനം തന്നെ കൊണ്ടിട്ട് കൊടുക്കരുത്. സാറേ, നമ്മുടെ ഇമോഷൻസ് ഇപ്പോൾ AIക്ക് മനസ്സിലാവുന്നു. എൻ്റെ ക്ലാസ്സിൽ അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. എത്ര കുട്ടികൾ ബോറടിക്കണമെന്നുള്ളത് കൗണ്ട് അവിടെ കിട്ടും. കൂടുതൽ ബോറടി കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ടീച്ചർ ഇതൊന്ന് മാറ്റി പിടിക്കുന്നത് ടീച്ചറിനോട് പറയാൻ പറ്റുന്നു. അത് ഇന്ന് ടെക്നോളജിക്കായിട്ട് എൻ്റെ ക്ലാസ്സിൽ എനിക്ക് കിട്ടുന്നുണ്ട്. കുട്ടിക്ക് ഉറക്കം തൂങ്ങുന്നുണ്ടെങ്കിൽ അത് അവിടെ അറിയുന്നുണ്ട്.
കുട്ടി അറിയുന്നില്ല ഉറക്കം വരുന്നു എന്നുള്ളത്. പക്ഷേ ഇന്ന് ഇതെല്ലാം നമുക്ക് ഇമോഷൻസ് എല്ലാം ഹാപ്പി ആണോ സാഡ് ആണോ ദേഷ്യം വരണ്ടോ ഇതെല്ലാം ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് പോസിബിൾ. എനിവേ ഇറ്റ്സ് ടൈം അപ്പ്. ഐ തിങ്ക് വി ആർ ടൈം ഔട്ട്. പക്ഷേ നിർത്തണം എന്ന് നമ്മളാരും ആഗ്രഹിക്കില്ല എന്ന് തോന്നുന്നുണ്ട്. ഐ തിങ്ക് യു പീപ്പിൾ ഓൾ എൻജോയ് ദ ഡിസ്കഷൻ. Give a big round of applause for the entire panel. We have got an international guest from Zimbabwe. We have got Abhijit from another state. We have got Faisal sir, Thoman sir. It was a wonderful and absolutely mind-blowing discussion. Thank you all for this wonderful time. And I would last put a question to you. Do you think in 2050 we'll have the physical school or not? Your question I'm giving to the public. Let you all think 2050 ആവുമ്പോൾ physical schools ഉണ്ടാവോ ഇല്ലേ എന്നുള്ളത്. Just a thought. Okay. Thank you. All right, so that was like a very enriching discussion on the future of schools. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ പലപ്പോഴും പല സ്ഥലങ്ങളിലും നമ്മൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്ന പല പോയിന്റ്സ് അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പലരുടെ മനസ്സിലുള്ള പല ചിന്താഗതികളും കാര്യങ്ങളും കുറച്ചുകൂടെ കോൺക്രീറ്റ് ആയിട്ട് അവതരിപ്പിച്ച ഒരു സെഷൻ കൂടിയായിരുന്നു. Thank you so much for this enriching discussion. May I humbly request all of you to kindly stay back, and may I at this take the liberty to invite our honorable MLA Mr. Najeeb Kanthapuram to kindly hand over our gesture of appreciation and respect to this wonderful panelist. May I now request our honorable MLA Mr. Najeeb Kanthapuram to kindly hand over an offering of our love to Mr. Thomas George sir. Thank you so much, Mr. Thomas George sir. And of course, let me just highlight the topic, highlight the point he have brought to the table. Take the industrialization out of the education. Yes, it's high time we do that. Thank you so much. And now may I humbly request you, Mr. Najeeb Kanthapuram sir, to kindly hand over our appreciations, a gift of appreciation to Ms. Ansar and Zuma, the lady from abroad who have graciously joined us for this wonderful discussion. Thank you so much, Ansar and Zuma. Thanks a lot for adding grace to this discussion. We are so honored by your presence. With that, now may I request you to kindly encourage Mr. Abhijit Sinha for being a part of the ScaleUp Conclave 2024. Thank you so much, Mr. Abhijit Sinha, for being here with us. And of course, let me just repeat a point which he have mentioned. Our slavery is not yet over until we get rid of this education. And yes, quite thought-provoking. What an interesting discussion. And finally, may I humbly request you to kindly pass on our love in the form of a gift to Mr. Faisal Zayed. Mr. MLA, please hand over our love to Mr. Faisal Zayed. And of course, yet another thought-provoking dialogue, which is the students are distracted because they cannot apply the syllabus to their real life. And ഇവിടെ എല്ലായിടത്തിലും നമ്മളെ മാറ്റി നിർത്തുന്നത് AI-യിൽ നിന്ന് നമ്മളെ ഹ്യൂമനെ മാറ്റി നിർത്തുന്നത് നമ്മുടെ ഇമോഷൻസ് ഫീൽ ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റിയാണ്. മനുഷ്യത്വത്തിനെ ഒന്ന് തിരികൊളുത്താൻ വേണ്ടി പറഞ്ഞ ആ ഒരു തോട്ട് ദാറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. താങ്ക് യു സോ മച്ച് ഫൈസൽ സൈദ് ഫോർ ബീങ് ഹിയർ. ആൻഡ് ഫൈനലി നൗ മേ ഐ ഹംബ്ലി റിക്വസ്റ്റ് മിസ്റ്റർ ഇബ്നു ജലാൽ, the founder and CEO of Morphe University, to kindly join with us on the pulpit and show our love and appreciation on behalf of the ScaleUp Conclave 2024 to Mr. Aftab for the fluid execution of this wonderful, lovely panel discussion. Mr. Ibn Jalal, may I humbly request you to kindly hand over a token of our love to Mr. Aftab for this fluid execution of the session. All right. Thank you so much. Thanks a ton for this interesting discussion. Can we kindly give a loud round of applause for these eminent personalities over here? Thank you so much, crowd.
Thank you so much. I may now request all of you to kindly descend back to your seats. Thanks a ton for being a part. May I humbly request Sir Najeeb Kanthapuram sir to kindly stay back so that we could proceed with the prestigious awarding ceremony of the ScaleUp Conclave 2024, the Fast Fusion Conclave of India. All right, so with that, let's move ahead to the awarding ceremonies. And the first award of this session is for the Financial Visionary Award, and that goes to the founder and CEO of Morphin University, Mr. Ibnu Jalal. Kindly come over to the stage and accept the Financial Visionary Award from our Honorable MLA. It's my incredible pleasure and privilege to be inviting onto the stage the next awardee for the excellence in automotive sector, Mr. Najeeb Rahman, the CEO of Morphin Group. I am sorry for spelling out the wrong name. So let's invite Mr. Najeeb Rahman, the CEO of Royal Drive. Thank you so much for all the revolutions that you are bringing in the automotive sector, and of course, a big fan of the brand. വിദേശ വിദ്യാഭ്യാസത്തിൽ ഏറെ ഒരു വലിയ സിഗ്നിഫിക്കൻ്റ് ആയ ഒരു റോൾ നടത്തിയ അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കൻ്റ് റോൾ വഹിച്ച ഒരു വ്യക്തിക്കാണ് അടുത്ത അവാർഡ് ഫോർ ദ ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസ്. ലെറ്റ് us invite onto the stage the CEO of EdRoots, Mr. Mohammad Mustafa Khoury. Kindly join your hands for Mohammad Mustafa, the CEO of EdRoots. Receiving now the Outstanding Study Abroad Consultant Award. And the next award, നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ഡിഫറെൻ്റ് ആയ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന വളരെയധികം ചേഞ്ചസ് കൊണ്ടുവരുന്ന ഒരു അവാർഡിനാണ് ദ സ്മാർട്ട് ലേണിംഗ് സ്റ്റാർ അവാർഡ്. ആൻഡ് ദാറ്റ് അവാർഡ് ഗോസ് ടു ദ ഫൗണ്ടർ ഓഫ് A4 Education, Mr. Anis Poovati. Mr. Anis Poovati, can we kindly have you onto the stage? Thank you so much. ഇന്ത്യയിൽ ആദ്യമായി ഇമോടെക് എംബെഡഡ് ലേണിംഗ് സിസ്റ്റം എന്ന ആശയം എഡ്ടെക് മേഖലയിൽ നടപ്പിലാക്കി കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പറേഷനിൽ വലിയ ഒരു മാറ്റം കൊണ്ടുവന്ന കേരളത്തിലെ വിദ്യാർത്ഥികളുടെ നമ്പർ 1 ചോയ്സായി മാറിയ A4 Education ഇന്നോവേറ്റീവ് എഡ്ടെക് അവാർഡ് നേടുമ്പോൾ ഏറെ അഭിമാനവും സന്തോഷവും നമുക്ക് ഏവർക്കുമുണ്ട്. തുടർന്നും ഇനിയമേറെ മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരാൻ A4നും അനീസ് പൂവതിക്കും സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിഷ് ചെയ്യുകയാണ്, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. Thank you so much, Chief Stories. Keep soaring high. And so, എല്ലാ അവാർഡീസിനും വേണ്ടിയിട്ട് നമുക്കിപ്പോൾ നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് ഡേ നമ്മുടെ സ്കെയിലപ്പ് കോൺക്ലേവ് 2024 അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ പ്രസ്റ്റീജിയസ് അവാർഡ്സ് റിസീവ് ചെയ്ത എല്ലാ അവാർഡീസിനും വേണ്ടി നമുക്ക് നിറഞ്ഞൊരു കരഘോഷം ചെയ്താലോ? നല്ല ശക്തമായ ഒരു കൈ അടിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റിയാലോ? എല്ലായിടത്തും പറയുമ്പോൾ പോലും പലരും കൈയൊക്കെ കിട്ടിയിരിക്കുന്നുണ്ട്. Come on, let us just applaud, right? Basically what they say, നമ്മളുടെ കൈകളുടെ രണ്ടറ്റത്താണ്, നമ്മളുടെ ഈ രണ്ട് കൈകളിലുമാണ് നമ്മളുടെ ഓരോ nerve endings. So if you actually applaud, you are actually keeping yourself healthy. So at least for the sake of health, let us applaud once again on the count of 3, 2, 1. A loud applause. All right, even better. Thank you so much. So now, നമ്മളുടെ ScaleUp Conclave 2024ന്റെ പേരിനോട് ഒത്തുചേർന്ന് നിൽക്കുന്ന ഒരു സെഷനാണ് ദ ScaleUp സ്റ്റോറീസ്. യെസ്റ്റർഡേ നമുക്കൊരു ScaleUp സ്റ്റോറി ഉണ്ടായിരുന്നു, വിച്ച് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേർക്ക് വളരെയധികം പ്രചോദനം നൽകിയ ഒരു സെഷനായിരുന്നു. ഇന്നും അതുപോലത്തെ മറ്റൊരു സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്.
ആൻഡ് ആ സെഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും വളരെയധികം പലരും നമ്മളുടെ ഹൗസ് ഹോൾഡ് നെയിമായി മാറിയ ഒരു ബ്രാൻഡിൻ്റെ വക്താവാണ്. വിത്ത് us we have the CEO of the Fresh to Home, Dr. Matthew, someone who is digitalizing a $50 billion fresh fish market. As a creative extraordinaire, a hardworking and ardent professional with over 32 years of experience in the seafood industry, we are excited to listen to the scale-up stories of the CEO of Fresh to Home, Mr. Matthew. Mr. Matthew, the CEO of Fresh to Home, can we kindly have you here with us on the stage, please? Alright, so here joins with us the wonderful, the very inspirational CEO, the honor of the Fresh to Home. We are so excited to listen how your plans on digitalizing a $50 billion fresh fish market. The stage is all yours, sir. ഗുഡ് ഈവനിങ്. എല്ലാവരും മടുത്തിരിക്കുവാണോ? 2 ദിവസമായിട്ട് ബിസിനസ് കേട്ട് മടുത്തോന്ന് അറിയാമല്ലോ. എന്തായാലും ആദ്യം തന്നെ ഇങ്ങനെ ഒരു പരിപാടി പെരിന്തൽമണ്ണ പോലെ ഒരു സ്ഥലത്ത് സംഘടിപ്പിക്കാൻ ധൈര്യം കാട്ടിയ ബഹുമാന്റെ MLA-യും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും ഈ വേദിയെ ഞാൻ ആദ്യം അഭിനന്ദിക്കുക. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പോലുള്ള സംഗതികളൊക്കെ എപ്പോഴും തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്. പക്ഷെ ഞാൻ എപ്പോഴും അവരോട് പറയാറുണ്ട്, നിങ്ങൾ നോക്കൂ, തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടുമുള്ളതിലും മിടുമിടുക്കന്മാരും മിടുമിടുക്കികളും പെരിന്തൽമണ്ണയും ചേർത്തലയും പള്ളിപ്പുറവും പോലുള്ള ഗ്രാമങ്ങളിലുണ്ട് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് ഇനി ഇന്ത്യയെ മാറ്റിമറിക്കാൻ പോകുന്ന സ്റ്റാർട്ടപ്പുകൾ വരാൻ പോകുന്നത് പെരിന്തൽമണ്ണ പോലത്തുള്ള നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്നാണ്, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ എന്നെ ഞാനൊന്ന് പരിചയപ്പെടുന്നത്, എൻ്റെ പേര് മാത്യു ജോസഫ് എന്നാണ്. ഞാൻ ചേർത്തല താലൂക്കിലെ പള്ളിപ്പുറം എന്ന ഒരു ചെറിയ വില്ലേജിൽ നിന്നാണ് വരുന്നത്. എൻ്റെ വില്ലേജിനൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ വില്ലേജിൻ്റെ ഒരു വശം വേമ്പനാട്ട് കായലും മറുവശം കൈതപ്പുഴ കായലുമാണ്. അപ്പം ഞാൻ ആ കൈതപ്പുഴ കായലിൻ്റെ തീരത്താണ് താമസിക്കുന്നത്. എൻ്റെ കൈതപ്പുഴ കായലിൻ്റെ അങ്ങേക്കരയിലാണ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള വയലാർ രാമവർമ്മയും വയലാർ ശരചന്ദ്രവർമ്മയും ഒക്കെ ജീവിക്കുന്നത്. ഞാൻ ആ കരയുടെ ഇങ്ങേക്കരയിലാണ്. ഞാനിത് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് എന്നറിയോ? അത് ഞാൻ ഇച്ചിരി മുഴുപ്പ് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇവനെ ആരടാ ഇവിടെ കയറി യോഗ്യത ഉണ്ടോ എന്ന് തോന്നിപ്പോവും. ഫ്രഷ് ടു ഹോം എന്നാണ് എൻ്റെ കമ്പനിയുടെ പേര്. ഇന്ത്യയിലെയും UAE-യിലെയും ഏറ്റവും വലിയ ഓൺലൈൻ ഫ്രഷ് മാർക്കറ്റാണ് ഇന്ന് ഫ്രഷ് ടു ഹോം. ഇന്ത്യയിൽ ഞങ്ങൾക്ക് 10 ഫാക്ടറികളുണ്ട്, UAE-യിൽ ഒരു ഫാക്ടറി ഉണ്ട്. പിന്നെ ഫണ്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുള്ളതും കേൾക്കാത്തതുമായ ലോകത്തിലെ വലിയ വലിയ കമ്പനികൾ ഞങ്ങളുടെ കമ്പനിയിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ഞങ്ങളുടെ പാർട്ട്നേഴ്സാണ്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ഫേസ്ബുക്ക്, അമേരിക്കൻ ഗവൺമെൻറ് DFC, ദുബായ് ഗവൺമെൻറ്, അബുദാബി ഗവൺമെൻറ്, ദുബായിൽ അൽഗുറൈർ ഗ്രൂപ്പ്, ഏറ്റവും അവസാനം ലോകം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ആമസോണും ഞങ്ങൾക്ക് പൈസ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ മുഴുപ്പെല്ലാം പറഞ്ഞില്ല, പക്ഷെ ആക്ച്വലി ഞാൻ ആരാ? സത്യം പറഞ്ഞാൽ ഞാൻ ആരാ? പച്ചയായ മാത്യു ജോസഫ് ആരാന്നറിയോ? ഞാനൊരു മീൻ കച്ചവടക്കാരനാണ്. യെസ്, വളരെ അഭിമാനത്തോടെ പറയാം, ഞാനൊരു മീൻ കച്ചവടക്കാരനാണ്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ പെരിന്തൽമണ്ണയിൽ എത്രയോ മീൻ കച്ചവടക്കാരുണ്ട്, നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയത്? അവിടുന്നാണ് നമ്മൾ ആരംഭിക്കേണ്ടത്. 2012 ഞാൻ ആദ്യമായി മീൻ കച്ചവടത്തിനകത്തേക്ക് ഒരല്പം ടെക്നോളജി കൊണ്ട് കയറ്റി. അങ്ങനെ ഞാൻ തുടങ്ങിയ കമ്പനിയുടെ പേരാണ് www.c2home.com. അന്ന് c2home.com തുടങ്ങിയപ്പോൾ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ വിഷമം എന്തായിരുന്നു അറിയോ? ആൾക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കാനായിരുന്നു, നിങ്ങൾക്ക് മീൻ കമ്പ്യൂട്ടറിൽ കൂടി കിട്ടുമെന്ന്.
അപ്പം ഞാനിങ്ങനെ ഓരോരുത്തർക്ക് പോകും. എൻ്റെ ഒരു ആൻറ്റി അങ്കിൾ വന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ജോലി ചെയ്യും. ആൻറ്റി അണ്ടർ സെക്രട്ടറി പോസ്റ്റ് ജോലി ചെയ്യുന്നവരാണ്. ഞാൻ തലേ ദിവസം രാത്രി ആൻറ്റിയുടെ വീട്ടിൽ പോയി താമസിച്ചു. ആൻറ്റിയുടെ ആങ്കിളിനോടും ഇന്ന് നിങ്ങൾ കാണുന്ന ലാപ്ടോപ്പില്ല, കമ്പ്യൂട്ടറില്ല, ഈ പുറകിൽ നമ്മുടെ ഗർഭിണികൾ നിൽക്കുന്ന പോലത്തെ ഒരു കമ്പ്യൂട്ടറില്ലേ, വയറൊക്കെ വീർത്തിരിക്കണേ, കണ്ടുണ്ടോ? അത്തരം കമ്പ്യൂട്ടറുകൾ. അപ്പോൾ അതിനകത്തോട് ഞാനിങ്ങനെ എല്ലാം അടിച്ച് കാണിച്ച് എല്ലാം പറഞ്ഞ് ആൻറ്റിയെ കിടന്നുറങ്ങി. രാവിലെ കാപ്പുപൊടി കുടിച്ചു. ആൻറ്റിക്ക് ഓഫീസിൽ പോകണം, എനിക്ക് എൻ്റെ വഴിക്കും പോകണം. അപ്പോൾ ആൻറ്റിയുടെ ചോദ്യം, എന്നാലും മോനെ എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ കൂടി മീൻ വരണത്? ഇതായിരുന്നു 2012 ഞാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നൊരു അവസ്ഥ. ഇന്ന് പക്ഷെ അത് മാറി. അന്ന് ഞാൻ കസ്റ്റമേഴ്സിനെ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കസ്റ്റമേഴ്സ് ഞങ്ങളെ പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ ആപ്പിൽ ഈ 3-ാമത്തെ പേജിൽ നിന്ന് 4-ാമത്തേലേക്ക് കയറുമ്പോൾ അവിടെ ഈ ഒരു സാധനം കൂടി വേണം, അതില്ലാത്തത് ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി അല്ല എന്ന് ഞങ്ങളെ പഠിപ്പിക്കാൻ മാത്രം കസ്റ്റമേഴ്സ് വളർന്നു എന്നതാണ് നമ്മുടെ കാലത്തിൻ്റെ ഏറ്റവും വലിയ മാറ്റം. ആ മാറ്റത്തെ ഉൾക്കൊള്ളാതെ ഇനി ഈ നാട്ടിൽ ഒരു ബിസിനസ്സും വിജയിക്കില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാനിത് പറഞ്ഞത് നിങ്ങൾ ബിസിനസ്സുകാരനോ ബിസിനസ്സുകാരിയോ ആകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിത് പറയുന്നത് ഞാനൊരു MBA കാരനൊന്നുമല്ല നിങ്ങളുടെ മുമ്പിൽ ഇത് വിളിച്ചു പറയാൻ. ഞാനൊരു പുസ്തകത്തിൽ നിന്ന് പഠിച്ചത് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ യോഗ്യനല്ല, എനിക്കറിയില്ല. ഞാൻ ഏതെങ്കിലും മോട്ടിവേഷൻ സ്പീക്കിംഗ് നടക്കുന്ന ആളുമല്ല. ഞാൻ പറയുന്നത് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ച എക്സ്പീരിയൻസിൽ നിന്നാണ്. ബിസിനസ്സുകാരനാകാനോ ബിസിനസ്സുകാരിയാകാനോ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കണ്ടെത്തേണ്ടത് നിങ്ങളുടെ പാഷനായിരിക്കണം. എനിക്കിഷ്ടമുള്ളതേ ഞാൻ ചെയ്യാവൂ. എനിക്കിഷ്ടമില്ലാത്തൊരു പണിക്ക് നിങ്ങൾ പോകരുത്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ? ഞാൻ കൈതപ്പുഴക്കായലിൻ്റെ തീരത്ത് ജനിച്ചു വളർന്ന് എൻ്റെ വീടിൻ്റെ ഒരു ഭാഗത്ത് മീൻ പിടിക്കാൻ പോകുന്നവരും മീൻ വിൽക്കാൻ പോകുന്നവരൊക്കെ ഉള്ളതുകൊണ്ട്, എൻ്റെ അമ്മച്ചി വെച്ച് നല്ല മീൻ കറിയുടെ രുചിയൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ മനസ്സിൽ അന്നും ഇന്നും മീൻ ഒരു പാഷനാണ്. മീനിനെ പിടിക്കുന്നതും മീൻ പിടിക്കാൻ പോകുന്നതും അതെല്ലാം നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ പാഷൻ ആയതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് തിരിഞ്ഞത്. ഓരോ മനുഷ്യനും ഓരോന്നിനെയും കാണുന്ന വ്യത്യസ്ത വഴികളിലൂടെ അല്ലേ? കൈതപ്പുഴക്കായലിൻ്റെ അങ്ങേക്കരയിൽ താമസിക്കുന്ന വയലാർ രാമവർമ്മ കൈതപ്പുഴക്കായലിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് ആ കായലിലെ ഓളങ്ങളെയാണ്. അപ്പോൾ പുള്ളി അതുകൊണ്ടാണ് പുള്ളി ആ പാട്ട് എഴുതിയത്, കൈതപ്പുഴക്കായലിലെ കാറ്റിൻ്റെ കൈകളിലെ. പക്ഷെ ഞാൻ ആ കൈതപ്പുഴക്കായലിലേക്ക് നോക്കിയിട്ട് ഒരു ഓളവും ഞാൻ കണ്ടില്ല. നമ്മൾ കണ്ടത് അതിനകത്തൊരു പുണം മീനിനെയാണ്. ഞാനിത് പറഞ്ഞത് ഓരോരുത്തരും ഓരോന്നിനെയും നോക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെയാണ്. അവനവൻ്റേതായ ഒരു ശൈലിയുണ്ട്. നിങ്ങൾ ഒരാളെയും കണ്ടുപിടിക്കാൻ പോകണ്ട. ഓരോരുത്തരെ നിങ്ങൾ മനസ്സിൽ അവൻ ചെയ്തതുപോലെ എനിക്കും ആകണം അവനെ പോലെ ഒരു സങ്കല്പത്തിൽ അവളെ നിർത്തിക്കോ. പക്ഷേ അയാൾ ചെയ്ത മാതിരി ചെയ്താൽ ഞാൻ അങ്ങനെയാകുമെന്ന് നിങ്ങൾ ധരിക്കുകയേ ചെയ്യരുത്. ധോണി ക്രിക്കറ്റ് കളിച്ച് തുടങ്ങിയാൽ നമ്മുടെ നാട്ടിൽ കുറേ പേര് മുടി നീട്ടി വളർത്തിയായിരുന്നു. ഒരുത്തനും ധോണിയായതായിട്ട് എനിക്കറിയില്ല. കപിൽ ദേവ് 83 ലോകകപ്പ് നേടിയപ്പോൾ കുറേ പേര് ചരിഞ്ഞ് ബോൾ ചെയ്യാൻ തുടങ്ങി. ഒരുത്തനും കപിൽ ദേവായില്ല. പക്ഷേ എല്ലാ മനുഷ്യർക്കും ഇല്ല, നമുക്ക് എല്ലാവർക്കും നമ്മളുടേതായ ഒരു തനതായ ശൈലി എല്ലാ മനുഷ്യരിലും ഉണ്ട്. അതെന്താണെന്ന് നമ്മൾ കണ്ടെത്തി ആ വഴിയിലൂടെ മാത്രമേ നമ്മൾ പോകാവൂ. അല്ലാതെ വേറൊരുത്തൻ കാണിക്കുന്നത് കണ്ട് വേറൊരാൾ ചെയ്യുന്നത് കണ്ട് നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും ടൗണുകളിൽ പോകുമ്പോൾ നോക്കിക്കോ. ഏതെങ്കിലും ടൗണിൽ ചെല്ലുമ്പോൾ അവിടെ 3-4 ടെക്സ്റ്റൈൽസ് ഉണ്ടെങ്കിൽ ഉറപ്പ് ഞാൻ പറയാം ഏതോ ഒരു ടെക്സ്റ്റൈൽസുകാരൻ ഇട്ടപ്പോൾ അവിടെ വിജയിച്ചു. അതുകൊണ്ട് പിന്നെ നാട്ടുകാർ മൊത്തം ടെക്സ്റ്റൈൽസ് തുടങ്ങി കാണും. ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ 5-8 ബേക്കറി ഉണ്ടെന്ന് നോക്കിക്കോ, ഒരു ബേക്കറി വിജയിച്ചു, പിന്നെ ബാക്കിയുള്ളവനൊക്കെ ബേക്കറി ഇട്ടു. ഒരിക്കലും വേറൊരുത്തൻ കാണിക്കുന്നത് കണ്ടോ വേറൊരാൾ ചെയ്തത് കണ്ടോ നമ്മൾ ഒരു പണിക്കും പോരുത്. അല്ലെങ്കിൽ അപ്പം പറഞ്ഞു, അമ്മ പറഞ്ഞു, ഉപ്പ പറഞ്ഞു, ഉമ്മ പറഞ്ഞു, ഉസ്താദ് പറഞ്ഞു, പള്ളിയിലച്ചൻ പറഞ്ഞു, ഈ പണിക്കേ ഇറങ്ങരുത്. നമുക്കെന്താണോ ഇഷ്ടം അതിലേക്ക് മാത്രമേ ഇറങ്ങാവൂ. ഇഷ്ടം എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ഇഷ്ടമെന്നറിയോ? നിങ്ങൾ ആരെങ്കിലും കാമുകന്മാരുണ്ടോ? ഇല്ല. പെരുന്തൽമണ്ണക്കാരൊക്കെ ഭയങ്കര മര്യാദക്കാരാണ്. ഈ കാമുകന്മാരുടെ പ്രത്യേകത എന്നാന്നറിയോ? ചില ആണുങ്ങളുണ്ട്, ഒരു മനുഷ്യനോട് മിണ്ടിയല്ല, ആൾക്കാരോട്ട് കമ്പനിയില്ല, അവൻ ഒറ്റയ്ക്ക് നടക്കും, കൂട്ടുകാരില്ല, ആരുമില്ല. അവന് ഒരു മനുഷ്യന് ഇഷ്ടമില്ലാത്തൊരുത്തനായിരിക്കും. പക്ഷെ അവൻ്റെ കാമുകിയോടാണ് അവനെക്കുറിച്ച് ചോദിച്ചേ, അവളെന്ത് പറയും? ഇത്രയും നല്ല പുരുഷൻ, ഇത്രയും നല്ല മനുഷ്യൻ, അവൻ്റെ നടപ്പ് കണ്ട, അവൻ്റെ ചിരി കണ്ട എന്നൊക്കെ പറഞ്ഞ് അവൾ ഇങ്ങനെ അവനെ പൊഴുത്തിക്കൊണ്ടേയിരിക്കും. ഇതുപോലെ തന്നെയാണ് നേരെ തിരിച്ചു. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും, നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പറയില്ല, ചില മൂശാട്ട പെണ്ണുങ്ങളെന്ന് പറയും ഇല്ലേ? ഒരു മനുഷ്യനുമായിട്ടൊരു ബന്ധവുമില്ല, ഒരാളെ കണ്ടാൽ സംസാരിക്കുകയില്ല, ചിരിക്കുകയില്ലാത്ത പെണ്ണിനെ. പക്ഷെ അവളുടെ കാമുകനോട് അവളെക്കുറിച്ച് ചോദിച്ചാൽ അവനെന്ത് പറയും? ഓ ഏക്ക് ലടുക്കിക്ക് ഇതൊക്കെ തൈസലാകാൻ പാടുവാൻ.
അതെന്തുകൊണ്ടാണെന്നറിയാം, ആ അവസ്ഥയിലുണ്ടാകുന്ന ഒരു ഇഷ്ടമുണ്ട്. അത്തരമൊരു ഇഷ്ടം നിങ്ങൾക്ക് എന്തിനോടാണോ അതിലേക്ക് മാത്രമേ നിങ്ങൾ ബിസിനസ്സിന് വേണ്ടി ഇറങ്ങാവൂ. അത് എന്തുകൊണ്ടെന്നാൽ ഏത് ബിസിനസ് തുടങ്ങിയാലും ആദ്യത്തെ ഒരു 5 വർഷക്കാലം ഒത്തിരി തടസ്സങ്ങൾ നേരിടേണ്ടി വരും, ഒത്തിരി പ്രയാസങ്ങൾ നേരിടേണ്ടി വരും, ഒത്തിരി പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ നിന്നു പോകേണ്ടി വരും. അപ്പോഴൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ പിന്നാലെയാണ് പോകുന്നതെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഒരു ബിസിനസ് തുടങ്ങാൻ പലരെ കൊണ്ടും പറ്റും, ഒരു ബിസിനസ് പൂട്ടാൻ എല്ലാവരെ കൊണ്ടും പറ്റും. പക്ഷെ ഒരു ബിസിനസ് കൊണ്ട് നടക്കാൻ ചിലരെ കൊണ്ടേ പറ്റും. എഴുതി വെച്ചോട്ടെ, ഇത് ഞാൻ പറഞ്ഞ. അപ്പോൾ ആ കൊണ്ട് നടക്കുന്നവരിലേക്ക് ആകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അത്തരം കൊണ്ട് നടക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചോ, അവരതിനകത്തൊരു പാഷനുള്ള, അതിനൊരു ഇഷ്ടമുള്ളവരായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളുടെ ഇഷ്ടമായിരിക്കണം. ഞാനിത് പറയുന്നത് എനിക്കിവിടെ നിന്നിട്ട് നിങ്ങളൊരു IAS MBBS എന്ന് പറയാനുള്ള യോഗ്യത എനിക്കില്ല. എനിക്ക് ആകെ നിങ്ങളോട് പറയാം, നിങ്ങളെല്ലാം ബിസിനസ്സുകാരാകണമെന്നാണ്. ഫ്രഷ് ടൂമിനെ കുറിച്ച് ഞാൻ മുഴുപ്പെല്ലാം പറഞ്ഞില്ല. ഈ ഗൂഗിളും മൈക്രോസോഫ്റ്റും ഒക്കെ പൈസ കൊണ്ടുവന്നതിനേക്കാളും എന്നെ സന്തോഷിപ്പിക്കുന്നതെന്നറിയോ, ഞാൻ ചേർത്തലയിലെ പള്ളിപ്പുറത്തൊരു ചെറിയ ഗ്രാമത്തിൽ ചെറിയ രീതിയിൽ തുടങ്ങിയ മീൻ കച്ചവടം ഇന്ന് ഇന്ത്യയിൽ മാത്രം ഡയറക്റ്റും ഇൻഡയറക്റ്റുമായി 17,000 കുടുംബങ്ങൾക്ക് ജോലി കൊടുക്കുന്നതെന്നാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് നിങ്ങളും മീൻ കച്ചവടം ചെയ്ത് വിടുമ്പോൾ എത്താമെങ്കിൽ പിന്നെ നിങ്ങളുടെ കച്ചവടം അതിലും വലുതല്ലേ? ഇല്ലേ? ഒരു ഗ്ലാമറും ഇല്ലാത്ത പണിയായിരുന്നു. ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് അല്ല, അന്ന് പെണ്ണ് പോലും കിട്ടിയല്ലോ മീൻ കച്ചവടക്കാരൻ. അങ്ങനത്തെ ഒരു കാലത്തിലാണ് ഞാനത് തുടങ്ങിയത്. അതെന്ന് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലിരിക്കുന്ന അതിനേക്കാൾ എത്രയോ വലിയ ഐഡിയകളായിരിക്കും. എല്ലാത്തിനോട് മാർഗങ്ങളുണ്ടെന്ന്. നിങ്ങൾക്ക് എന്തിനോടാണോ ഇഷ്ടം അതിന് മുഴുവനോട് വഴികളുണ്ട്. നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ പഠിപ്പിച്ചവർ ഒന്നെങ്കിൽ ഡോക്ടറാകണം, അല്ല എഞ്ചിനീയറാകണം, അല്ല വക്കീലാകണം, അല്ല CA കാരനാകണം, എങ്കിൽ മാത്രമേ രക്ഷപ്പെടുമെന്ന് പറയുന്ന കാലമൊക്കെ പോയി. നിങ്ങൾക്ക് എന്തിനോടാണോ നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടം, ഇത് ഞാൻ പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കളോടാ കേട്ടോ. കുട്ടികൾക്ക് എന്തിനോടാണോ ഇഷ്ടം, അവർ കബഡി കളിക്കാനാണോ, ഫുട്ബോൾ കളിക്കാനാണോ, ക്രിക്കറ്റ് കളിക്കാനാണോ, ഡാൻസ് കളിക്കാനാണോ, പടം വരയ്ക്കാനാണോ, എന്തിനും ഇന്ന് ലോകത്തൊരു ചാൻസാണ്. സാമ്പത്തികമായി ഭദ്രത നേടാൻ എല്ലാത്തിനും വഴികളുണ്ട് ഇവിടെ. ഡൽഹിയിൽ എനിക്കറിയാവുന്ന എൻ്റെ ബന്ധുവായ അങ്കിൾ ആൻറ്റിയും ഡൽഹിയിലെ 2 യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന അധ്യാപകരാണ്. ഒരേ ഒരു മകളാണ്. എപ്പോഴും ഞാൻ ചെല്ലുമ്പോൾ എന്നോട് പറയും, ഒന്ന് അവളോട് പറയടാ, അവൾ എന്ത് ചെയ്താൽ പഠിക്കില്ല, ഇവർ കൊണ്ട് അവളെ എൻട്രൻസിനാക്കുന്നു അതിനാക്കുന്നു, എന്നും ചെയ്യില്ല. ആ പെണ്ണ് ആ പടം ചെയ്യണത് പടം വരയ്ക്കും. ഞാനൊരു നിങ്ങൾ ഈ കിടന്ന് ഈ കൊച്ചിന് വഴക്കില്ല, നിങ്ങൾ ആ കൊച്ചിന് പടം വരയ്ക്കാൻ കൊണ്ട് കോഴ്സിൽ കൊണ്ട് ചേർക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടാണ് അമ്മ എന്തായാലും പൂനെയിലെ സിംബയോസിസിൽ അവർ പടം വരയെ ബന്ധപ്പെട്ട കോഴ്സിനെ കൊച്ചിനെ കൊണ്ട് ചേർത്തു. കഴിഞ്ഞിടയ്ക്ക് കഴിഞ്ഞ 2-3 വർഷത്തിന് മുമ്പ് അപ്പൻ പെൻഷൻ പറ്റിയപ്പോൾ ഞാൻ ആ വീണ്ടും ചെന്നു. അപ്പോൾ മോളില്ല ഇവിടെ. ചോദിച്ചപ്പോൾ എവിടെയാണ്? മോള് ലണ്ടനിലാണ്. എവിടെ പോയി? ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷൻ, ലണ്ടൻ കൾച്ചറൽ അസോസിയേഷൻ കൂടി ലണ്ടനിൽ ചിത്ര പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുക. അതിന് പോയിരിക്കുക കൊച്ചി. വൈകുന്നേരം അത്താഴം കഴിഞ്ഞ കൊച്ചിൻ്റെ മെസ്സേജ് അമ്മയ്ക്ക് വന്നു, അമ്മേ ഇന്ന് എൻ്റെ ഒരു പടമേ വിറ്റുപോയുള്ളൂ, അറൗണ്ട് 3 lakhs. ഇംഗ്ലണ്ടിലെ സായിപ്പിന് 3 lakhs കപ്പലിൻ്റെ വിലയായിരിക്കും. ഞാൻ അപ്പനും അമ്മയോട് ചോദിച്ചു, നിങ്ങൾ രണ്ടും കൂടി 1-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെ ഈ കോളേജിൽ പോയിട്ട് വന്ന് എന്ത് കിട്ടും രണ്ടുപേരും കൂടി? ആ കൊച്ചു ഒറ്റ ദിവസം ഒരു പടം വിറ്റപ്പോൾ കിട്ടിയതാണ് 3 ലക്ഷം രൂപ. അതുകൊണ്ട് എന്തിനും ഏതിനും ചാൻസ് ഉണ്ട്. ഒരു കഥ കൂടി പറയാം, കഥയല്ല സംഭവം. ഞങ്ങൾ ബാംഗ്ലൂർ ഓഫീസ് തുടങ്ങി. ഓഫീസും ഫാക്ടറിയും തമ്മിൽ കുറേ ദൂരമുണ്ട്. അപ്പോൾ ഞാൻ എപ്പോൾ ചെന്നാലും അങ്ങോട്ട് പോകണമെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാണ് ഈ ഫാക്ടറിയിലേക്ക് പോകണം. അപ്പോൾ ഓട്ടോ ഓടിച്ചുകൊണ്ട് ചേട്ടനുണ്ട്, സ്ഥിരമായിട്ട് പുള്ളിനെ വിളിക്കണം. പുള്ളി എപ്പോഴും എന്നോട് ഇത് പറയും, മാത്യു എൻ്റെ മകൻ ഒന്നും പിടിക്കുന്നില്ല, എന്തെങ്കിലും പഠിച്ചിരുന്ന അവനെ നിങ്ങളുടെ കമ്പനിയിൽ എന്തെങ്കിലും ജോലിക്കെങ്കിലും കയറും, അവൻ എന്ത് ചെയ്താൽ പഠിക്കുകയില്ല, അവൻ ആകെ കബഡി കളി ഒന്നും കേൾക്കുകയില്ല, പറഞ്ഞാലും മനസ്സിലായില്ലെന്ന് പറയും. കുറേ നാൾ കഴിഞ്ഞ് ഞങ്ങൾക്ക് ആറായി, ഞങ്ങളെ ചേട്ടനെ തിരക്കാണ്ടായി, കാണാണ്ടായി. കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞിടയ്ക്ക് ഞാൻ ആ ചേട്ടനെ കണ്ടു. അപ്പോൾ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ മകൻ അവനിപ്പോൾ പൂനെയിലെ ഒരു കബഡി ടീമിൽ മെമ്പറാണ്. ഒരു വർഷത്തെ വരുമാനം 60 ലക്ഷം രൂപയാണ്. അതായത് ഒരു മാസം 5 ലക്ഷം രൂപ. ഞാൻ കഴിഞ്ഞിടയ്ക്ക് കോതമംഗലത്തൊരു മീറ്റിംഗ് പോയി. ഞാനും ഉണ്ടായിരുന്നു, നമ്മുടെ ഇപ്പോൾ പെൻഷൻ പറ്റി VP ജോയ് സാറല്ലേ, നമ്മുടെ ചീഫ് സെക്രട്ടറി ജോയ് സാറുണ്ടായിരുന്നു, മാത്യു കുഴനാട് MLA ഉണ്ടായിരുന്നു. ഞാൻ IAS കാരണം ജോയ് സാറിനോട് ചോദിച്ചു, സാറിന് കിട്ടുന്നുണ്ടോ 5 ലക്ഷം രൂപ? ഇല്ല മാത്യു എന്ന് പറഞ്ഞു. കബഡി കളിക്കാൻ നടന്നവൻ അപ്പം വഴക്കിട്ട് വിട്ടവനാന്ന് എന്ന് പറഞ്ഞത് മാതിരി നിങ്ങളുടെ മക്കളുടെ ഇഷ്ടങ്ങൾ എന്താണോ അതിനെല്ലാത്തിനും ചാൻസ് ഇന്ന് ലോകത്തുണ്ട്. അല്ലാതെ ഇതിന് മാത്രമേ ചാൻസ് ഉള്ളൂ, ഇങ്ങനെ ചെയ്താൽ മാത്രമേ അവൻ രക്ഷപ്പെടൂ, എങ്കിൽ മാത്രമേ സാമ്പത്തിക ഭദ്രത നേടൂ എന്ന് നിങ്ങൾ ചിന്തിക്കുകയേ ചെയ്യരുത്. നിങ്ങളെല്ലാവരെയും സേഫ് സോണിൽ നിർത്താൻ നോക്കല്ലേ. കുട്ടികൾക്ക് അതിനു മാതിരിയുള്ള ചാൻസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ഗൾഫ് ഫുഡ് ഷോയ്ക്ക് ദുബായി പോയി. അവിടെ ചെന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അമേരിക്കയിൽ നിന്നൊരു സ്റ്റോളാണ്.
ഒരു സ്റ്റോൾ 5 ദിവസത്തേക്ക് കിട്ടണമെങ്കിൽ അവിടെ ഏകദേശം 40 ലക്ഷം രൂപ കൊടുക്കണം. 40 ലക്ഷം രൂപ കൊടുത്താൽ സ്റ്റോൾ ഇട്ടിരിക്കുന്ന ആ സ്റ്റാളിൽ വിൽക്കുന്നത് എന്താണെന്നറിയോ? അവർ വിൽക്കുന്ന ചീനിക്കപ്പ് എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും. ഇവിടെ എന്താ പറയുന്നത് അറിയില്ല, മധുരക്കിഴങ്ങ്. മധുരമുള്ള കപ്പയില്ലേ, വൈകുന്നേരം സ്കൂളിൽ നിന്ന് പറയുമ്പോൾ അമ്മയൊക്കെ പുഴുങ്ങി വെച്ചേക്കും അമ്മച്ചി. ഇവിടെ എന്താ പറയണത്? മധുരക്കിഴങ്ങെന്നാണോ? സ്വീറ്റ് പൊട്ടറ്റോ അല്ലേ, അതാണ് സാധനം. അപ്പം ഞാനോർത്ത് ഇവരിതുകൊണ്ട് എന്തോ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കി വിൽക്കുമെന്നൊന്നുമല്ല. അവർ സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടാക്കുന്നു, മണ്ണിൽ നിന്നെടുത്ത് കുടയുന്നു, കാർട്ടനകത്താക്കുന്നു, ബ്രാൻഡ് ചെയ്യുന്നു. ഒരാഴ്ചയിൽ മിനിമം 4 കണ്ടെയ്നർ 4 രാജ്യങ്ങളിലേക്ക് അവർ വിടുന്നുണ്ട് മിനിമം. എത്രയോ കപ്പ നമ്മുടെ മണ്ണിൻ്റെ കിടക്കണം, എത്രയോ കാച്ചിൽ നമ്മുടെ മണ്ണിൻ്റെ കിടക്കണം. ഇതൊന്നും നമ്മളൊന്നും ചെയ്യലെന്ന്. നമ്മൾ പണ്ട് നമ്മുടെ ആൾക്കാർ, ഞാൻ അമേരിക്കയിലായിരുന്നു ജനിച്ചിരുന്നെങ്കിൽ തകർത്തേനെ, ഞാനെങ്കിൽ ലണ്ടനിലായിരുന്നെങ്കിൽ പൊളിച്ചേനെന്ന് പറയും. ചുമ്മാ പറയണം. ലണ്ടനിലിരിക്കുന്ന സായിപ്പ് കൂട്ടനും അമേരിക്കയിലെ സായിപ്പും പള്ളിപ്പുറത്തിരിക്കുന്ന ഞാനും അല്ലെ പെരിന്തൽമണ്ണയിൽ ഇരിക്കുന്ന നിങ്ങളും, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിനകത്ത് കൂളി കയറി ചോദിച്ചാൽ ഒരേ ഉത്തരം കിട്ടണം. അല്ല സായിപ്പാന്ന് ഒരു സാധനം കൂടുതൽ കുടിക്കുകയല്ല, കൊടുക്കുക ഇല്ലെന്ന്. ലോകം ഇതിനകത്തുണ്ടെന്ന്. അതുകൊണ്ട് സായിപ്പല്ല അല്ലായിരുന്നു ഞാൻ തകർത്തേനെന്നൊക്കെ വെറുതെ നമ്മൾ എക്സ്ക്യൂസ് പറഞ്ഞാണ്. എല്ലാത്തിനും ചാൻസ് ഉണ്ടെന്ന് ലോകത്ത്, എല്ലാത്തിനും. ഒന്നിനും ചാൻസ് ഇല്ലാതില്ല. ചായ വിറ്റ് അല്ലെ എത്രയോ സ്റ്റാർട്ടപ്പുകൾ ചായ മാത്രം വയ്ക്കുന്നു. ചായവാല, ചായ കിങ് എന്നൊക്കെ എത്രയോ കമ്പനികൾ. ഇഷ്ടം പോലെ ചാൻസ് തന്നു. നമ്മളെവിടെ ജീവിക്കണമെന്നറിയോ? നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്താണ്. ഈ രാജ്യം എന്താണെന്നറിയോ? ലോകത്ത് നിങ്ങൾ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ കമ്പനികൾ എടുത്തു നോക്കിയോ. ആപ്പിൾ, കിയ, സാംസങ്, ഹുണ്ടായി, ഏതാണ് നിങ്ങൾ പറ. എല്ലാ കമ്പനികളുടെയും ബാലൻസ് ഷീറ്റും ബഡ്ജറ്റും നിങ്ങളൊന്ന് എടുത്ത് വായിക്കണം. ഏറ്റവും കൂടുതൽ അവർ പൈസ മാർക്കറ്റിങ്ങിന് വേണ്ടി മുടക്കുന്നത് ഇന്ത്യ എന്ന രാജ്യത്തെ മാർക്കറ്റ് പിടിക്കാനാണ്. അത്രയും വലിയ മാർക്കറ്റാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ജനിച്ചു വളർന്നിരിക്കുന്നതെന്ന്. 140 കോടി ജനങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ആദ്യം ഞങ്ങളുടെ കണക്ക് പറയാം, ഒരു ഡാറ്റ പറയാം. ഇന്ത്യയിലെ മീൻ കച്ചവടം, ഞാൻ 2012 ഇറങ്ങാൻ കാര്യം എന്നറിയോ? എൻ്റെ കഥ പറഞ്ഞാൽ കുറേ സമയം പോകും. എന്തൊരു സമയമുണ്ട് എനിക്ക്? 20 മിനിറ്റുകൾ ഇപ്പോൾ തീരും. ഞാൻ 2012 ഇറങ്ങി. ഞാൻ സീ ഫുഡിലുണ്ടായിരുന്ന ആളാണ്. സീ ഫുഡൊക്കെ ചെയ്ത് എക്സ്പോർട്ട് ചെയ്തു. നഷ്ടം വന്നു. 2008 റിസഷൻ, സാമ്പത്തിക മാന്ദ്യം വന്നില്ല. അമേരിക്കയിലെ ബാങ്കുകൾ പൊട്ടി തകർന്ന് തരിപ്പണമായി. അത് കഴിഞ്ഞ് 2010 എൻ്റെ എക്സ്പോർട്ടിനെ ബാധിച്ചു. ഞാൻ തകർന്ന് തരിപ്പണമായി. ഇത്രയും വർഷം ഞാൻ ഉണ്ടാക്കിയതെല്ലാം വിറ്റു. ഞാൻ താമസിക്കുന്ന വീടും എൻ്റെ പറമ്പും മാത്രം മിച്ചമായി. എൻ്റെ കാറുകൾ വിറ്റു, ലോറികൾ വിറ്റു, എല്ലാം വിറ്റ് തീർന്നപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, അവളെല്ലാ ദിവസവും കാണുന്നുണ്ട്, ഞാനിങ്ങനെ ഈ ബിസിനസ്സുകാരനാകാൻ മോഹം മൂത്ത് ധിരുഭായ് അംബാനി ഭ്രാന്ത് പിടിച്ച നടക്കുന്ന അവൾക്കറിയാം. അപ്പം ഞാൻ അവളോട് പറഞ്ഞേടി, ഇനിയും ധിരുഭായ് അംബാനി നടക്കില്ല, എവിടെയെങ്കിലും വീണ്ടും ജോലിക്ക് പോകണം, അല്ല ഇനി വീടും ഇതും കൂടി വിറ്റുപോകും, മൊത്തത്തിൽ പോയി. അപ്പോൾ സാമ്പത്തിക മാന്ദ്യം അന്ന് ഇന്ത്യയെ ബാധിച്ചില്ലെന്നുള്ളതാണ് ആ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ എക്സ്പോർട്ട് ചെയ്ത രാജ്യങ്ങളെയും ബാധിച്ച് തകർന്ന് എൻ്റെ എക്സ്പോർട്ടെല്ലാം ഭയങ്കര നഷ്ടം. ഞാൻ മാത്രമല്ല, എല്ലാവരും. അപ്പോൾ എൻ്റെ വൈഫ് ഒരു ചോദ്യം ചോദിച്ചു, ഒരു അത്താഴത്തിന് ഞങ്ങൾ ഇരിക്കുമ്പോൾ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ വില കൂടിയ രാജ്യത്ത് നിന്ന് എടുത്ത് വില കുറഞ്ഞ രാജ്യത്തേക്ക് കൊടുക്കുന്നത്? ഈ വില കൂടിയ രാജ്യത്ത് തന്നെ വിറ്റാൽ പോരെ? സത്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ എവിടെയാണോ ഫ്രഷ് ഹോം, എല്ലാത്തിൻ്റെ ആധാരം അവർ ഒറ്റ ചോദ്യമാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു വനിതാ എൻ്റർപ്രനോട് പറയുമായിരുന്നു, ആണ് പെണ്ണെന്നൊന്നും വ്യത്യാസമില്ല. നമ്മുടെ നാട്ടിൽ പൊട്ടി പെണ്ണുങ്ങൾ എന്ത് പറയാനാന്ന് ചോദിക്കും. ചുമ്മാന്ന് അവർ ചില സാധനം ചോദിച്ചാണല്ലോ കുത്തിക്കയറും, കിടന്ന ഉറക്കം വരികയല്ലോ പിന്നെ. അതുകൊണ്ട് നിങ്ങൾ ആണ് പെണ്ണെന്നൊരു വ്യത്യാസം ഇന്ന് ലോകത്തില്ല, പ്രത്യേകിച്ച് ബിസിനസ് തുടങ്ങാൻ. നമ്മൾ കാണാത്ത, ആണുങ്ങളായ ഞങ്ങൾക്ക് കാണാൻ പറ്റാത്ത പലതും നിങ്ങൾക്ക് കാണാൻ പറ്റും. ലോകത്തെ ഏറ്റവും വലിയ നിശബ്ദ വിപ്ലവകാരികളാരെന്നറിയോ? അമ്മമാരാണ്. ഇപ്പോഴത്തെ പെണ്ണുങ്ങളായ അമ്മമാർക്ക് ഇത് മനസ്സിലാവുന്നതിനൊന്നറിയില്ല. എൻ്റെ അമ്മച്ചിയുടെ കാര്യം ഞാൻ പറയാം. ആ കാലത്ത് ജീവിച്ചിരുന്ന അമ്മമാർ, അപ്പന്മാരെന്തെങ്കിലും പൈസ കൊണ്ടുവരും. ഈ പൈസ എന്ത് ചെയ്യണം? പൈസയെ നമ്മുടെ വീട്ടിലെ എല്ലാത്തിനുമായി വീതിക്കണം. ആ അമ്മമാർ ആരും അറിയണ്ട, അവർക്ക് പേര് വേണ്ട, പ്രശസ്തി വേണ്ട. അവരാ വീടിനുള്ളിൽ ഈ ഭർത്താവ് കൊണ്ടുവരുന്ന പൈസ കൊണ്ട് എല്ലാ മക്കളെയും തൃപ്തിപ്പെടുത്തി വയറ് നിറച്ച് ഭർത്താവിനും കൊടുത്ത് വീട്ടിലെ കാര്യങ്ങൾ നടത്തി, ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും തികയാതെ വന്നാൽ അത് സ്വന്തം വയറ് ചുരുക്കി പിടിച്ച് അത് മിച്ചം വെച്ച് ഭർത്താവ് അടുത്ത മാസം എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ വീണ്ടും കയ്യിൽ നിന്നൊരു 5000, എൻ്റെ ഒരു 5000 രൂപ ഉണ്ടെന്ന് എടുത്തു കൊടുക്കും. എല്ലാം പുള്ളി കൊടുത്ത പൈസ തന്നെയാണ്. അത്തരം ഒരു നിശബ്ദ വിപ്ലവം നടത്തിയ അമ്മമാരുണ്ട് ഇവിടെ. അത് ബിസിനസ്സിൻ്റെ വലിയൊരു പാഠമാണ്. അപ്പോൾ സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ വ്യത്യാസം ഇല്ലാത്ത ബിസിനസ് ലോകത്ത് ഇറങ്ങാൻ എല്ലാം കൊണ്ടും പറ്റും. പ്രത്യേകിച്ച് മലപ്പുറത്തുകാരുടെ എനിക്കൊരു പ്രത്യേക നന്ദിയും സ്നേഹമുണ്ട്. എന്നാന്നറിയോ? ഞാൻ 2012 തുടങ്ങി സീറ്റ് ഹോം തുടങ്ങി. 2-3 മാസം കഴിഞ്ഞപ്പോൾ ഫോബ്സ് മാഗസിൻ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നു.
അപ്പോൾ ഫോബ്സ് വന്നപ്പോൾ ഫോബ്സാണ് എന്നോട് പറയുന്നത്, മാത്യു, seatohome.com ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ഫിഷ് മാർക്കറ്റ്. seatohome.com ആണ് ലോകത്തിലാദ്യമായി പച്ചമീനിനെ ഓൺലൈൻ എത്തിച്ചത്. seatohome.com ആണ് ലോകത്തിലാദ്യമായി പച്ചമീനിനെ ബ്രാൻഡ് ചെയ്തത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാൻ ആരൊക്കെയാണെന്ന്. അങ്ങനെ seatohome.com പല പത്രങ്ങളും മാഗസിൻസൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം തിരുവനന്തപുരത്തെ മലയാള മനോരമ എന്നെക്കുറിച്ച് ഞാൻ കഥപ്പുറത്ത് നടക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ വെച്ച് പേപ്പർ അടിച്ചു വന്നു. അന്ന് രാവിലെ ഏകദേശം 11 മണിയായപ്പോൾ 1000-ലധികം ആൾക്കാർ എൻ്റെ സൈറ്റിലേക്ക് ഇരച്ചു കയറി. 11 മണിയായപ്പോൾ എൻ്റെ കഥ ആൾക്കാർ അറിഞ്ഞു തുടങ്ങി. പക്ഷേ 11:30 ആയപ്പോൾ seatohome-ൻ്റെ കഥ കഴിഞ്ഞു. സാധനം പൂട്ടി. കസ്റ്റമേഴ്സ് കൂടി പൂട്ടിപ്പോയ കമ്പനിയാണെന്ന് PSU അല്ല ചോദ്യം ചോദിക്കണം, seatohome എന്ന് എഴുതിക്കും കേട്ടോ. കസ്റ്റമർ കൂടി പൂട്ടിപ്പോയ കമ്പനിയാണ് seatohome. പിന്നെ എനിക്ക് ടെക്നോളജികൾ ഭയങ്കര ഇഷ്ടം കൊണ്ടാണ് ഞാൻ അതൊക്കെ ചെയ്തത്. പക്ഷേ എനിക്ക് ഇപ്പോഴും അറിയില്ല വാട്ട്സ് ബിഹൈൻഡ് ദ സ്ക്രീൻ. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാതെ ടെക്നോളജി അറിയാവുന്ന ആരെങ്കിലും കൂട്ടാമെന്ന് തപ്പി നടന്നപ്പോൾ എനിക്കൊരു ഫോൺ വരുന്നു ബാംഗ്ലൂരിൽ നിന്ന്. എൻ്റെ പേര് ഷാൻ കടവിൽ. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ടൈം ഔട്ട്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് മീൻ കിട്ടാത്തത്? ഞാൻ സ്ഥിരമായി വാങ്ങുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഷാനോട് പറഞ്ഞു, ഒരു 5 മിനിറ്റ് വേണേ. ഞാൻ പറഞ്ഞു, ഷാനെ, ഇതുകൊണ്ടാണ് എൻ്റെ ടെക്നോളജി കുറവുണ്ട്, ഞാൻ ടെക്നോളജി അറിയാവുന്ന ആരെയെങ്കിലും കൊണ്ടുപോയി ഈ ബിസിനസ് ഞാൻ തുടങ്ങാം, അപ്പോൾ നിങ്ങൾക്ക് മീൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഷാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ കാണാൻ കൊച്ചി വന്നു. തിരിച്ച് ഞാൻ ബാംഗ്ലൂർ പോയി അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തിന് ടെക്നോളജിയുടെ അറിവ് കണ്ടു, ഇ-കൊമേഴ്സിൽ അദ്ദേഹത്തിനുള്ള കഴിവ് എനിക്ക് മനസ്സിലായി. അങ്ങനെ ചർച്ച ചെയ്ത് ഞങ്ങൾ 2015 seatohome-നെയാണ് ഫ്രഷ് ടു ഹോം ആക്കി മാറ്റിയത്. സി എന്ന് പറഞ്ഞപ്പോൾ മീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിനകത്ത് മീറ്റേ കൂടി ചേർത്തപ്പോഴാണ് സി എടുത്ത് മാറ്റി അവിടെ ഫ്രഷ് കൊണ്ടുവന്ന്. അങ്ങനെയാണ് 2015 ഫ്രഷ് ടു ഹോം ഉണ്ടായത്. ഈ സാക്ഷാൽ ഷാൻ കടവിൽ മലപ്പുറംകാരനായ എടപ്പാൾ സ്വദേശിയാണ്. ഷാനവാസ് കടവിൽ എന്നാണ് മുഴുവൻ പേര്. അതുകൊണ്ട് മലപ്പുറംകാർ എൻ്റെ കുടുംബക്കാരാണ്. ഇന്ന് നിങ്ങൾ കാണുന്ന ഫ്രഷ് ടു ഹോമിൻ്റെ എല്ലാ വളർച്ചയ്ക്കും എല്ലാ ഉയർച്ചയും കാരണം ഷാനും ഞാനും കൂടിയുള്ളൊരു കൂട്ടായ്മയാണ്. അതായത് ഷാൻ്റെ കൂടെ ഒരു 6 പേരുണ്ടായിരുന്നു. അവരെല്ലാവരും കോർപ്പറേറ്റുകളിൽ നിന്ന് വന്നവരാണ്. ഞാൻ തനി മാർക്കറ്റിൽ നിന്ന് വന്നതാണ്. എപ്പോഴാണോ മാർക്കറ്റും കോർപ്പറേറ്റും കൂടി കണ്ടുമുട്ടിയത് അപ്പോഴാണ് കേരളത്തിൽ, ഇന്ത്യയിൽ ഇങ്ങനൊരു ബിസിനസ് ഉണ്ടായത്. അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് മലപ്പുറംകാരോടാണ്. അതുകൊണ്ട് എല്ലാ നന്ദിയും സ്നേഹവും മലപ്പുറംകാർ ഒത്തിരി പറയാനുണ്ട്. അതിനൊന്നും സമയം തരുന്നില്ല. അതുകൊണ്ട് ഓക്കെ, അപ്പോൾ 5 മിനിറ്റ് കൂടി അനുവദിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, നമുക്ക് നമ്മുടേതായ ഒരു ശൈലിയുണ്ട് എല്ലാവർക്കും. അത് ഞാൻ ലോകത്തിൽ ഒരു ഉദാഹരണം പറയാം. മാർട്ടിൻ ലൂതർ കിങ്ങിനെ നിങ്ങൾക്കറിയാലോ അല്ലേ? നിങ്ങൾ ഈ ഗൂഗിൾ ഉപയോഗിക്കുന്ന, യൂട്യൂബ് ഉപയോഗിക്കുന്നവരൊക്കെ എടുത്തിട്ടേ ഐ ഹാവ് എ ഡ്രീം എന്നൊരു പ്രസംഗമുണ്ട് അദ്ദേഹത്തിൻ്റെ. ആ പ്രസംഗം കേൾക്കണം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കേട്ടിട്ടുള്ള 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും നല്ല ശബ്ദമാണ്. അമേരിക്കയുടെ ചരിത്രം കേട്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രസംഗമാണ്. ആ പ്രസംഗം ഉണ്ടായതിൻ്റെ പിന്നെ ഒരു കഥയുണ്ട്. ഈ മാർട്ടിൻ ലൂതർ കിങ് അത് നടത്തുന്നത് എബ്രഹാം ലിങ്കൺ മരിച്ചതിൻ്റെ എബ്രഹാം ലിങ്കൻ്റെ 100-ാം വാർഷികം പ്രമാണിച്ച് നടത്തണം. അത് ലിങ്കൺ പടവുകളിൽ നിന്നുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നതാണ്. ആ ഒരു മീറ്റിങ്ങിൽ 18 പേര് പ്രാസംഗികരാണ്. അതിൽ 16-ാമനായിട്ടാണ് എബ്രഹാം ലിങ്കൺ വരുന്നത്. നിങ്ങൾ ഇപ്പോൾ തന്നെ മടുത്തു. അപ്പോൾ 16-ാമനായി പ്രസംഗിക്കാൻ പറ്റുന്ന ഒരാളെ കേൾക്കണവർക്ക് എന്തൊരു മടുപ്പുണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷേ ഇദ്ദേഹത്തിനൊരു കുഴപ്പമുണ്ട്. ഇദ്ദേഹം എവിടെ പോയാലും കുറേ സ്വപ്നവും പറയും, അത് കഴിഞ്ഞ് എബ്രഹാം ലിങ്കനെ കുറിച്ചും പറയും. ഇത് പുള്ളിയുടെ സ്ഥിരം ശൈലിയാണ്. അപ്പോൾ ഈ ലിങ്കൺ മെമ്മോറിയൽ ട്രസ്റ്റ് എന്ന് പറഞ്ഞു, ഈ മനുഷ്യൻ ഇവിടെ വന്നാൽ ഇത് തന്നെ പറയും, അതുകൊണ്ട് നമുക്ക് എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു, മാർട്ടിൻ ലൂതർ കിങ് നിങ്ങൾ സ്ഥിരം പറഞ്ഞ പ്രസംഗമൊന്നും പറയണ്ട, ഞങ്ങൾ എഴുതിത്തരാം, അത് പറഞ്ഞാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 പേർ ചേർന്ന് എബ്രഹാം ലിങ്കൻ പ്രസംഗം എഴുതി കൊടുക്കുകയാണ്. പ്രസംഗം തുടങ്ങി. എബ്രഹാം ലിങ്കൻ 2 ലക്ഷത്തിലധികം ആൾക്കാർ കൂടി നിൽപ്പുണ്ട് ഈ ലിങ്കൺ പടവുകളുടെ താഴെ. അപ്പോൾ എബ്രഹാം ലിങ്കൻ മാർട്ടിൻ ലൂതർ കിങ് പ്രസംഗം ആരംഭിച്ചു. പക്ഷേ ഈ 2.5 ലക്ഷം ആൾക്കാർ അനങ്ങുന്നേ ഇല്ല, ഒന്നും ചരിക്കുന്നില്ല. അപ്പോൾ ഈ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ എമിലിയാനോ മാർട്ടിനസ് എന്നൊരു അമേരിക്കൻ ആഫ്രിക്കൻ സുവിശേഷ ഗായിക നിൽപ്പുണ്ടായിരുന്നു. അവർ ഈ ലിങ്കൻ്റെ പ്രസംഗം പലയിടത്തും കേട്ടിട്ടുള്ള മാർട്ടിൻ ലൂതറിൻ്റെ പ്രസംഗം. അപ്പോൾ അവർ എമിലിയാനോ മാർട്ടിനസ് പറഞ്ഞ്, മാർട്ടിൻ, നിങ്ങൾ അവരുടെ സ്വപ്നത്തെക്കുറിച്ച് പറയൂ, നിങ്ങൾ നിങ്ങളുടെ ശൈലിയിൽ സംസാരിക്കൂ. പിന്നെ പിറന്നതാണ് ചരിത്രം. മാർട്ടിൻ പേപ്പർ മടക്കി വെച്ച് സാക്ഷാൽ മാർട്ടിനായി മാറി. ആ പിടങ്ങിയ പ്രസംഗമാണ്, നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കിയോ, 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും നല്ല പ്രസംഗം. അമേരിക്കയുടെ ചരിത്രം ഇന്ന് വരെ കേട്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ പ്രസംഗം ഉണ്ടായത് പിന്നെയാണ്. ഞാനിത് പറഞ്ഞത് മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെതായ ഒരു ശൈലിയുണ്ടെന്ന്. ആരെഴുതി കൊടുത്താലും ആര് കാണിക്കുന്നുണ്ടാലും അവനാകാൻ പറ്റില്ല. ഇതുപോലെയാണ് എനിക്കും നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും അവൻ്റെതായ ഒരു ശൈലിയുണ്ട്. ആ ശൈലി മാത്രം നമ്മൾ പുറത്തെടുത്താൽ മതി. അല്ലാതെ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടോ ആരെങ്കിലും കാണിക്കുന്നത് കൊണ്ടോ നിങ്ങൾ പോകുകയേ വേണ്ട. നമ്മുടെ ശൈലിയിൽ നമ്മുടെ ഇഷ്ടത്തെ കൊണ്ടുവരണം. പിന്നെന്ത് വേണം? പിന്നെ വരേണ്ടത് ടെക്നോളജിയാണ്. ടെക്നോളജി എത്രത്തോളം നിങ്ങളുടെ ബിസിനസ്സിനുള്ളിലേക്ക് കയറ്റാവോ അത്രത്തോളം നിങ്ങൾ കയറ്റണം.
ടെക്നോളജിയെ മാറ്റി നിർത്തുകയും അതിനോട് മുഖം തിരിക്കുകയും ചെയ്യുന്നവർക്ക് ഇനി രക്ഷപ്പെടാനേ പറ്റില്ല. ടെക്നോളജി എങ്ങനെയൊക്കെ മീൻ കച്ചവടത്തിൽ ടെക്നോളജി കൊണ്ടുവരാമെങ്കിലാണ് പിന്നെ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യത്തിന് കൊണ്ടുവരാൻ പറ്റും, ഒരു സംശയം വേണ്ട. ഇനി പല ചില്ലറ കടകൾ, ഞാൻ എല്ലായിടത്തും പറഞ്ഞു, പല ചില്ലറ കടകളില്ലേ പണ്ട് ഇവിടെ പ്രായമുള്ളവർക്കറിയാം. നമ്മുടെ കടകൾ എങ്ങനെയായിരുന്നു? നമ്മൾ ചെല്ലുമ്പോൾ ഒരു കട ബെഞ്ച് വെച്ച് മറിക്കും, നമ്മൾ ബെഞ്ചിൻ്റെ പുറത്ത് വയ്ക്കും, എന്നിട്ട് 1 കിലോ അരി പിന്നെ കടയ്ക്കകത്ത് ഇങ്ങനെ ചേട്ടൻ പൊതിഞ്ഞ് വയ്ക്കും, 1/2 കിലോ പഞ്ചസാര, 100 തേയില എല്ലാം പൊതിഞ്ഞ് വെച്ചിട്ട് നമ്മളെടുത്തുകൊണ്ട് പോരും. അന്ന് കട നടത്തിയിരുന്നവരോ കടയ്ക്കകത്തിരുന്ന കാരണവന്മാരോ സ്വപ്നം കണ്ടു കാണിയല്ല നാളെ ഒരു കാലത്ത് ഈ വരുന്ന കസ്റ്റമേഴ്സ് മുഴുവൻ എൻ്റെ ബെഞ്ചെടുത്ത് മാറ്റി കടയ്ക്കകത്തേക്ക് ഇരച്ച് കയറിയിട്ട് അവനിഷ്ടമുള്ളത് പെറുക്കിയെടുത്ത് ബാസ്ക്കറ്റിലിട്ട് തിരിച്ചു പോകുന്നൊരു കാലത്തെക്കുറിച്ച് അവൻ സ്വപ്നം പോലും കണ്ടു കാണിയല്ല. അവനെ അതിന് തയ്യാറാക്കിയത് നമ്മുടെ ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജിയുടെ ഒരു ചെറിയ ഫോം. നമ്മൾ ആ പഴയ പല ചില്ലറ കടക്ക് മുട്ടിച്ചപ്പോഴാണ് ഇന്ന് നിങ്ങൾ കാണുന്ന ലുലു അടക്കമുള്ള മുഴുവൻ സൂപ്പർ മാർക്കറ്റിലും ലോകത്തുണ്ടായത്. അല്ല ഉണ്ടാകുകയില്ല. അതുമാതിരി ടെക്നോളജി മാറ്റി മറിച്ച് കളയും. അതുകൊണ്ടാണ് ഞാൻ എന്നെ പോലെ സാധാരണക്കാരൻ നിങ്ങളോട് വിളിച്ച് നിർത്തിയത്. മീൻ കച്ചവടം എന്ന ഇന്ത്യയിലെ $50 ബില്യൺ അധികം വരുന്ന മാർക്കറ്റാണ് മീൻ്റെ. ഞാൻ തുടങ്ങിയപ്പോൾ ആ വലിയ മാർക്കറ്റ്, ഞാനന്ന് ബിസിനസ്സുകാരനാകാനുള്ള ഭ്രാന്ത് മൂത്തിട്ട് നടക്കുന്ന കാലമായതുകൊണ്ട് ഞാൻ ബിസിനസ്സെക്കുറിച്ച് ഇങ്ങനെ എപ്പോഴും വായിക്കും പഠിക്കുകയൊക്കെ ചെയ്യും. എൻ്റെ മനസ്സിലന്ന് ഹോളിവുഡ് സിനിമയുടെ, അമേരിക്കയിലെ ഹോളിവുഡ് സിനിമയായിരുന്നു ഏറ്റവും വലിയ മാർക്കറ്റ്. ആ വർഷം ഹോളിവുഡ് സിനിമ പോലും 48 ബില്യണേ ഉള്ളൂ. ഞാൻ പഠിച്ചപ്പോഴാണ് മനസ്സിലായി ഇന്ത്യയിലെ മീൻ മാർക്കറ്റ് $50 ബില്യൺ അധികമാണ്. ആ മാർക്കറ്റിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അത്രയും വലിയ ചാൻസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വലിയ ചാൻസ് ഉപയോഗിക്കണം. നിങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞാൽ അതുകൊണ്ട് പറഞ്ഞാൽ നിർത്താം. നിങ്ങൾ മീൻ വിൽക്കാൻ പോകണ്ട, കമ്പ്യൂട്ടറും വിൽക്കണ്ട, ലാപ്ടോപ്പും വിൽക്കണ്ട, മൊബൈലും വിൽക്കണ്ട, ഒന്നും വിൽക്കണ്ടെന്ന്. നിങ്ങൾ ഈ ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ മീൻ കച്ചവടത്തിന് കണക്കാൻ പറയട്ടെ. ഇന്നും ഇന്ത്യയിലെ മീൻ കച്ചവടത്തിൻ്റെ 97% നടക്കുന്നത് അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ്, അതായത് മാർക്കറ്റുകളിലാണ്. വെറും 3% മാത്രമാണ് ഞങ്ങളടക്കമുള്ള ഓൺലൈൻ കമ്പനിക്കാരും നിങ്ങൾ ലോകത്ത് കാണുന്ന മുഴുവൻ സൂപ്പർ മാർക്കറ്റുകാരും കൂടി ഇന്ത്യയിൽ ചെയ്യുന്നുള്ളൂ. ഈ 3%-ലെ നമ്പർ 1 ഓൺലൈൻകാരായ ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ 1100 കോടിയാണ്. 97% ബാക്കി കിടക്കുക. നിങ്ങൾ മീനും കമ്പ്യൂട്ടറൊന്നും വിൽക്കണ്ട. ഇന്ത്യയിലെ കണക്കനുസരിച്ച് ഇപ്പോൾ 140 കോടി ജനങ്ങളുണ്ട് ഇന്ത്യയിൽ. അതിലെ 90% ജനത്തിനെ നിങ്ങൾ മാറ്റിവെച്ചോ. ബാക്കി 14 കോടി ജനങ്ങൾ നിങ്ങളെടുക്കും. ഈ 14 കോടി ജനങ്ങൾ ഒരു മാസം നിങ്ങളുടെ കയ്യിൽ നിന്ന് 4 തീപ്പെട്ടി വാങ്ങിയാൽ മതി. ടേൺ ഓവർ എത്രയാണെന്നറിയോ? ഞങ്ങളെക്കാൾ വലുതായിരിക്കും. അടിച്ചു നോക്കിയോ? അല്ലെങ്കിൽ ഒരു മാസം എല്ലാ സമയം ഇങ്ങനെ ഒരു മാസം 4 തീപ്പെട്ടി വാങ്ങിയാൽ, ആഴ്ചയിൽ 1 വീതം വാങ്ങിയാൽ മതി. നിങ്ങളിപ്പോൾ അടിച്ചു നോക്കിയോ? ടേൺ ഓവർ 1100 കോടിക്ക് മുകളിലാണ്. അതാണ് നമ്മുടെ മാർക്കറ്റ്. ആ മാർക്കറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ മാർക്കറ്റിലാണ് ഞാനും നിങ്ങൾ ജനിച്ചു വളർന്നത്. അതുകൊണ്ട് ഈ മാർക്കറ്റിനെ നിങ്ങൾ ഉപയോഗിക്കണം. അല്ലാണ്ട് ഇത് ആപ്പിളിനും കിയയ്ക്കും സാംസങ്ങിനും ഹുണ്ടായിക്കും വേണ്ടി വിട്ടുകൊടുക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മളുണ്ടാക്കണം അതുപോലത്തെ ബ്രാൻഡ്. ഇനി ബ്രാൻഡില്ലാതെ ഈ ലോകത്തൊന്നിനും ജീവിക്കാൻ പറ്റില്ല. നമ്മളത്തരം പ്രസ്ഥാനങ്ങൾ വളർത്തിയെടുക്കണം. എന്തിനാണ് നമ്മുടെ സംസ്ഥാനത്തെ ഒരു ഉപഭോക്തൃ സംസ്ഥാനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും സാധനങ്ങൾ കൊണ്ട് വിറ്റ് മാറ്റാനുള്ള നമ്മുടെ കാശ് ഊറ്റിക്കൊണ്ടുപോകാൻ നമ്മൾ നിന്നു കൊടുക്കുകയാണ്. അതിനു പകരം നമ്മൾ ബ്രാൻഡുകൾ ഉണ്ടാക്കണം. നമ്മൾ അവൻ്റെ മാർക്കറ്റിൽ കയറണം. അവരുടെ മാർക്കറ്റിലെ പണം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരണം. അതിനുള്ള ചിന്തകളിലേക്ക് നിങ്ങൾ കടന്നു പോകണം. പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിച്ച ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ അത്തരം പുതിയ സങ്കല്പങ്ങൾക്ക്, പുതിയ ചിന്തകൾക്ക് നിങ്ങളെ വലുതാക്കട്ടെ, നിങ്ങൾ വളർത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Thanks a lot. Thank you so much, Matthew sir. It was such an interesting speech. ശരിക്കും ഞാൻ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഏറ്റവും അധികം അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ നല്ലൊരു കോൺവെർസേഷൻ നടക്കുമ്പോൾ ജസ്റ്റ് ഫോർ ദ ഇൻട്രസ്റ്റ് ഓഫ് ടൈം തീരാറായിട്ടോ എന്നറിയിക്കുന്നതാണ്. ആൻഡ് ടുഡേ ഓൾസോ ഐ വാസ് ഫേസിംഗ് ദി സെയിം ഡിഫിക്കൽറ്റി. ആൻഡ് നൗ ladies and gentlemen, please join me in giving a resounding applause as our Dr. Joy sir, Dr. Matthew sir accepts a token of love and appreciation from Anwar Kanniri. നമ്മൾ ഓരോരുത്തരും പ്ലേസ് ചെയ്യുന്ന പരിമിതികൾ, നിങ്ങൾ എന്നിൽ എന്തെങ്കിലും പരിമിതികൾ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പരിമിതികൾ മാത്രമാണ് എന്ന് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന a very efficient person here. And thank you so much for the both of you for being here and gracing us with your presence.
ആൻഡ് യെസ് മാത്യു സർ പറഞ്ഞതുപോലെ ലെറ്റ് us all be authentic. നമ്മളിൽ ഓരോരുത്തർക്കും നമ്മളുടേതായ സർഗാത്മകമായ കഴിവുകൾ കണ്ടെത്തി നമുക്ക് ആ കഴിവുകൾ വലുതാക്കാൻ അതിൽ ഫോക്കസ് ചെയ്ത് നിന്നുകൊണ്ട് അതിലെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാൻ നമുക്ക് ഇവർക്കും ശ്രമിക്കാം. Let us all try to bring in the market that is already out of our country back to our own country. And yes, with that, let's move ahead to a very graceful പാനൽ ഡിസ്കഷൻ. നമ്മൾ അടുത്തതായിട്ട് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു പാനൽ ഡിസ്കഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ScaleUp കോൺക്ലേവ് 2024 ഇന്ത്യയുടെ ആദ്യത്തെ ഫ്യൂഷൻ കോൺക്ലേവിലെ ഏറ്റവും ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും. ആൻഡ് ഇറ്റ്സ് ഓൾസോ എ വെരി പ്രെറ്റി സെഷൻ, ഐ മസ്റ്റ് സേ. വി ഹാവ് ഗോട്ട് സം വെരി ഇൻക്രെഡിബിളി gorgeous looking entrepreneurs here. We are going to have a panel discussion on the women entrepreneurship, navigating challenges and unveiling possibilities. നമ്മളുടെ ഇപ്പൊ തന്നെ സാർ പറഞ്ഞൊരു കാര്യമാണ്, ആ പൊട്ടിപ്പെണ്ണ് കൂട്ടിയാൽ എന്താവാനാണ് എന്നൊരു ചോദ്യം എവിടെയെങ്കിലും ഇവിടെ ഇരിക്കുന്ന പല വനിതകളും ഏതെങ്കിലും ജീവിതത്തിൽ ഒരു സമയമെങ്കിലും കേട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടാവാം. അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒരിക്കലും പരിമിതപ്പെടുത്തേണ്ടതല്ല, അതിൽ വളരട്ടെ, ആ ചിറകുകൾ വിരിയിക്കട്ടെ എന്ന് പറയുന്ന കുറച്ചധികം ഓൺടർപ്രന്യേഴ്സ് ആണ് അടുത്ത ഒരു സെഷനിൽ നമ്മളോടൊപ്പം ഉള്ളത്. But before we move ahead to that session, let me bring all of your kind attention to the digital screen where we shall display a video of the MOVE University that shall rightfully showcase the essence and impact of the MOVE University. We have been taught many things, but money was never a part of the curriculums. Presenting MOVE University, the world's first comprehensive and collaborative platform for money learning and teaching. Built on open edX, trusted by top organizations around the globe. This is not just a platform, it is a movement that empowers individuals to achieve financial freedom formula. With trading experts as tutors, offering personalized mentorship, certifications and accreditations. Here's to hands-on learning from the best of resources. Available in multiple world languages. This is a true testament to providing global financial education. This aggregated platform intends to revolutionize money education by fostering a community of money learning enthusiasts. Are you ready to explore the exponential power of money with us? MOVE University. Okay, so once again, let's get back to that gorgeous panel discussion. സ്ത്രീ വ്യവസായികളുടെ അവർ അനുഭവിച്ച ചാലഞ്ചസിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഇവർക്ക് മുന്നിലുള്ള ആ ചാലഞ്ചിങ് പോസിബിലിറ്റീസിനെ ഒക്കെ പറ്റി അറിയുന്നതിന് മുന്നേ നമ്മൾക്ക് മുന്നിൽ നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുവാനായി മറ്റൊരു വീഡിയോ കൂടെ ഉണ്ട്. ആൻഡ് വീഡിയോ പ്രസന്റർ എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്ക് കൗതുകം അല്ലെങ്കിൽ ഒരു യാത്ര എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു സിനോണിമായിട്ട് അല്ലെങ്കിൽ പര്യായമായിട്ട് കൂടെ മനസ്സിൽ വന്നു ചേരുന്ന ഒരു പേരാണ്. പലപ്പോഴും പറയാറുണ്ട്, ഒരു പണ്ഡിതനേക്കാൾ കൂടുതൽ അറിവ് നല്ലൊരു യാത്രക്കാരന് ഉണ്ടാകും ജീവിതത്തിനെ പറ്റിയെന്ന്. ആ ഒരു കോട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു വ്യക്തി, മലയാളികൾക്ക് പ്രത്യേകിച്ച് സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹമാണ്. Sri Santosh George Kulangara he was supposed to be here with us, but unfortunately he couldn't make it to the event, the ScaleUp Conclave 2024. But yet he have created a video here to address each one of you, to address Perinthalmanna. So may I take all of your kind attention to the digital screen where we shall listen to Mr. Santosh George Kulangara addressing each of us.
Alright everyone, so let me drive your kind attention to the digital screen where we shall now watch the video of the one and only Santosh George Kulangara. പെരിന്തൽമണ്ണയിൽ നടക്കുന്ന സ്കെയിലപ്പ് കോൺക്ലേവിൽ ഞാനും പങ്കെടുക്കേണ്ടിയിരുന്നതാണ്, നിങ്ങളുമായി സംസാരിക്കേണ്ടിയിരുന്നതാണ്. പക്ഷേ സഫാരി ചാനലിൻ്റെ പ്രവർത്തനങ്ങൾ, സഞ്ചാരത്തിൻ്റെ ചിത്രീകരണങ്ങൾ, ഇതൊക്കെയായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ടെലിവിഷൻ ചാനലിൽ ദിവസവും 10-14 പ്രോഗ്രാമുകൾ നിരന്തരം പോയിക്കൊണ്ടിരിക്കേണ്ട ഒരു ചാനലിൽ പലപ്പോഴും നമ്മളുടെ നിയന്ത്രണത്തിലല്ല കാര്യങ്ങൾ ഓടുക. സഞ്ചാരം, ലോകയാത്ര നടത്തി ചിത്രീകരിക്കേണ്ട ഒരു പരിപാടിയാണ്. അതിൽ വിസ പ്രശ്നങ്ങൾ മുതൽ, വിമാന സമയം മുതൽ, ആ രാജ്യത്തെ കാലാവസ്ഥ മുതൽ പലതും നമുക്ക് നമ്മുടെ കണക്കുകൂട്ടലുകളെ തെറ്റിക്കുന്നതായി വന്നേക്കാം. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായുണ്ടായ ചില പ്രശ്നങ്ങളെ തുടർന്ന് എൻ്റെ യാത്ര, പെരിന്തൽമണ്ണയിലേക്കുള്ള എൻ്റെ യാത്രയുമായി ഒരു ചെറിയ ക്ലാഷിലെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് നേരിട്ട് നിങ്ങളോട് വന്ന് സംസാരിക്കാൻ ഇപ്പോൾ ചെറിയ തടസ്സം നേരിടുന്നുണ്ട്. പക്ഷേ ഈ ഉദ്യമത്തെ ശ്രീ നജീബ് കാന്തപുരം MLA മുൻകൈയെടുത്ത് നടത്തുന്ന ഈ ഒരു സ്കെയിലപ്പ് കോൺക്ലേവിനെ ഞാൻ വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. കേരളത്തിൽ പ്രതിഭാശാലികളായ നിരവധി സംരംഭകരുണ്ട്, അല്ലെങ്കിൽ സംരംഭകരായി മാറേണ്ട ആളുകളുണ്ട്. അവരിൽ പലരും മറ്റു പല നാടുകളിലേക്കും ചെറുപ്പത്തിൽ തന്നെ, യൗവനാരംഭത്തിൽ തന്നെ തൊഴിൽ തേടി പോയിട്ടുള്ളവരാണ്. കേരളം സാധ്യതകളില്ലാത്തൊരു നാട് എന്ന് ചിലരെങ്കിലും വിശ്വസിക്കുന്നു. ചിലരെങ്കിലും കരുതുന്നു കേരളത്തിലൊരു സംരംഭം ആരംഭിച്ചാൽ വിജയിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന്. പണ്ട് പരമ്പരാഗതമായ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ നിരവധി പ്രതിസന്ധികൾ മനുഷ്യർക്കുണ്ടായിരുന്നു. എന്നാൽ ആധുനിക കാലത്തെ സാങ്കേതിക വിദ്യകൾ, മാറിയ പരിസ്ഥിതികൾ, മനുഷ്യരുടെ മനോഭാവം, ഇതൊക്കെ ഇന്ന് കേരളത്തിൽ ഒരു സംരംഭം വ്യത്യസ്തമായ ആശയങ്ങളുമായി ആരംഭിച്ചാൽ വിജയിക്കാനുള്ള സർവ്വസാധ്യതയും തുറന്നു കിടക്കുകയാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ ഭക്ഷണം റെസ്റ്റോറൻറ്റുകളിൽ പോയി കഴിച്ചിരുന്നൊരു കാലമുണ്ട്. അതിനു മുമ്പ് സ്വന്തം വീട്ടിൽ ഉണ്ടാക്കിയ ഭക്ഷണങ്ങളാണ് നമ്മൾ ബഹുഭൂരിപക്ഷവും കഴിച്ചിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ 1, 2, 3 വർഷങ്ങളായി പലപ്പോഴും നമ്മുടെ നഗരജീവിതത്തിൻ്റെ ഭാഗം, അല്ലെങ്കിൽ ഗ്രാമീണ മേഖലയിൽ പോലും നമുക്കൊരു ഭക്ഷണം കഴിക്കണമെന്ന് തോന്നിയാൽ നമ്മുടെ വീട്ടിലുണ്ടാക്കിയില്ലെങ്കിൽ, അല്ലെങ്കിൽ തൊട്ടടുത്ത റെസ്റ്റോറൻറ്റിൽ പോയില്ലെങ്കിൽ കഴിക്കാൻ സാധ്യതയില്ലെന്നാണോ അതിൻ്റെ അർത്ഥം? മൊബൈൽ ഫോൺ എടുക്കുക, സ്വിഗ്ഗി അല്ലെ സൊമാറ്റോ ഇങ്ങനെയുള്ള ആപ്പുകളിൽ കയറുക, നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം ഓർഡർ ചെയ്യുക, 15 അല്ലെങ്കിൽ 20 മിനിറ്റിനകം നമ്മുടെ വീട്ടിലെത്തുന്നു. എത്രയോ ലക്ഷം ആളുകളാണ് പ്രതിദിനം ഇത്തരമൊരു സാധ്യതയെ പ്രയോജനപ്പെടുത്തുന്നത്. അതിലൂടെ സ്വിഗ്ഗി അല്ലെ സൊമാറ്റോ എന്നീ മൊബൈൽ ആപ്ലിക്കേഷനുകളിലേക്ക് എത്ര പണമാണ് ഓരോ ദിവസവും ട്രാൻസാക്ട് ചെയ്യപ്പെടുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഭക്ഷണ വിതരണം മാത്രമല്ല, ഊബർ എന്ന ഒരു സംവിധാനത്തിലൂടെ ടാക്സി വിളിച്ച് ഒരു യാത്ര പോകുന്നതിനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും എത്ര മാറിയിരിക്കുന്നു. നമ്മുടെ കേരളത്തിലെ, നമ്മുടെ നഗരങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നുമാണ് ഇത്രയേറെ പണം ഈ സ്വിഗ്ഗിയും സൊമാറ്റോയും ഓരോ ദിവസവും വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ സാമ്പത്തിക സ്രോതസ്സായി അവർ കാണുന്ന ഒരു പ്രധാന സംസ്ഥാനം കേരളം തന്നെയാണ്. യൂബർ ഇത്രയേറെ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായെങ്കിലും ഇന്നും സുഗമമായി പ്രവർത്തിക്കുന്ന ഒരു ഗതാഗത സംവിധാനമാണ് ഊബർ. നിങ്ങൾക്കറിയാം, ഓരോ നഗരത്തിലും കൊച്ചി പോലെ, കോഴിക്കോട് പോലെ, തിരുവനന്തപുരം പോലുള്ള മെട്രോ വമ്പൻ നഗരങ്ങളിൽ പോലും പരമ്പരാഗതമായ ടാക്സി ഡ്രൈവർമാരും അവരുടെ ട്രേഡ് യൂണിയനുകളും അവരുടെ സന്നാഹങ്ങളും എല്ലാം ഉള്ളപ്പോഴും ഈ യൂബർ ഫലപ്രദമായി നടക്കുന്നു. അപ്പോൾ മാറിയ കാലഘട്ടത്തിനനുസരിച്ച് സാങ്കേതികവിദ്യയെ പ്രയോജനപ്പെടുത്തി സംരംഭങ്ങൾ ആരംഭിച്ചാൽ വിജയിക്കാനുള്ള സാധ്യത വളരെയേറെ ഉണ്ട് എന്നതിൻ്റെ സൂചനയല്ലേ ഇത്? നമ്മൾ മനുഷ്യരിലേക്ക് നോക്കണം, സമൂഹത്തിലേക്ക് നോക്കണം, സമൂഹത്തിൻ്റെ ആവശ്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കണം, അതിൽ പഠനം നടത്തണം. കേരള സമൂഹം എന്താണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്ന് കണ്ടെത്തലാണ് ഒരു സംരംഭകൻ്റെ ആദ്യ ജോലി. കേരള സമൂഹം ആഗ്രഹിക്കുന്ന ഏത് സേവനം അല്ലെങ്കിൽ ഏത് ഉൽപ്പന്നം ആണ് കേരളത്തിന് ആവശ്യം എന്ന് ചിന്തിക്കലാണ് ആവശ്യം. അതിനുവേണ്ടി കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം. അതിനുവേണ്ടി കുറേ മാസങ്ങളോ വർഷങ്ങളോ ചിലവാക്കിയാലും തെറ്റില്ല. അതാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. കേരള സമൂഹം സ്വിഗ്ഗി പോലെ, സുമാറ്റോ പോലെ, ഊബർ പോലെ എന്തൊക്കെ സേവനങ്ങളാണ് ഇനി വരാനിരിക്കുന്ന കാലത്ത് ആഗ്രഹിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ.
ഇന്നലെ വരെ ഓടിക്കൊണ്ടിരുന്ന റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകൾ, ടെക്സ്റ്റൈൽ ബിസിനസ്സുകൾ, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 10, 20, 30, 40, 50 കൊല്ലം കേരളത്തിൽ ഓടിക്കൊണ്ടിരുന്ന പലതരം വ്യവസായങ്ങൾ, ഇതിൽ മാത്രമാണോ വരുന്ന തലമുറയ്ക്ക് സാധ്യത? നമ്മൾ ഭയപ്പെടുന്നത് കൊടികുത്തി നമ്മുടെ പ്രസ്ഥാനങ്ങളെ പൂട്ടിക്കുന്ന സംവിധാനങ്ങൾ, അല്ലെ ബ്യൂറോക്രസിയുടെ കരാളഹസ്തത്തിൽപ്പെട്ട് നമ്മുടെ ബിസിനസ് ഞെരിഞ്ഞമർന്നു പോകുന്ന ദിവസങ്ങൾ, ഇതൊക്കെയല്ലേ കേരള സമൂഹം ഭയപ്പെടുന്നത്? സ്വിഗ്ഗിയുടെ മുമ്പിൽ ആരാ കൊടികുത്തുന്നത്? സൊമാറ്റോയുടെ മുമ്പിൽ കൊടികുത്താത്തത് എന്തേ? എന്തുകൊണ്ടാണ് ഊബറിന്റെ മുമ്പിൽ ആരും കൊടികുത്താത്തത്? സൈബർ യുഗത്തിൽ, പുതിയ ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ ഇതൊന്നും സാധ്യമല്ല സുഹൃത്തുക്കളെ. അപ്പൊ ടെക്നോളജി കയ്യിലുള്ളവന്, ബുദ്ധി കയ്യിലുള്ളവന് വ്യവസായം നടത്താൻ ഇതൊന്നും ഒരു തടസ്സമല്ല. അപ്പൊ പുതിയ കാലഘട്ടത്തിലെ സംരംഭങ്ങളിലേക്ക് ഇറങ്ങാൻ താല്പര്യപ്പെടുന്ന യുവാക്കളോട്, ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, അല്ലെങ്കിൽ പ്രവാസികളോട് ഞാൻ പറയുന്നു, കേരളം എന്നല്ല ലോകത്തിലെ ഏത് നരകത്തിലും നമുക്ക് പോയി സംരംഭങ്ങൾ ആരംഭിക്കാം. ബുദ്ധി ഉപയോഗിക്കണം, ടെക്നോളജി ഉപയോഗിക്കണം, കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളെ തിരിച്ചറിയണം, സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ തിരിച്ചറിയണം. കേരളത്തിൽ പഴയതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടുത്തെ വ്യവസായ അന്തരീക്ഷം ഒക്കെ വളരെ മാറിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരൊക്കെ പുതിയ തലമുറയിൽപ്പെട്ടവരാണ്. പുതിയ ചെറുപ്പക്കാരായ ആളുകളാണ് ഇന്ന് നമ്മൾ കരുതുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും നമുക്ക് ലൈസൻസ് തരേണ്ട ഉദ്യോഗസ്ഥരും. അവരൊക്കെ ഈ പറഞ്ഞ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ തിരിച്ചറിയുന്നവർ തന്നെയാണ്. ചെറിയൊരു ശതമാനം ഇപ്പോഴും ആ പഴയ സ്വഭാവത്തിൽ നിലനിൽക്കുന്നുണ്ടാവാമെങ്കിലും പൊതുസമൂഹത്തിൻ്റെ മനോഭാവം ഇന്ന് സംരംഭകർക്ക് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ പരമാവധി ശ്രമിക്കണം. വലിയ സ്വപ്നങ്ങൾ മനസ്സിലുണ്ടാവണം. അതിന് പുതിയ ടെക്നോളജികൾ കയ്യിൽ വേണം, പുതിയ ആശയങ്ങൾ കയ്യിൽ വേണം. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തിരിച്ചറിയണം. ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പുതിയ സാങ്കേതിക വിദ്യകളെ പ്രയോജനപ്പെടുത്തി പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുക. വലിയ വിജയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ IT കമ്പനികളുടെ, ഏറ്റവും പുതിയ ആശയങ്ങളുടെ, ഏറ്റവും മഹത്തായ സംരംഭങ്ങളുടെ ഒക്കെ പിന്നിൽ അണിയറയിൽ പ്രവർത്തിക്കുന്ന ബഹുഭൂരിപക്ഷം പേരും മലയാളി സമൂഹമാണ് നമ്മൾ തിരിച്ചറിയണം. ഈ മലയാളി സമൂഹത്തെ കേരളത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ സംരംഭകരായി നിങ്ങൾക്ക് കഴിയണം. എല്ലാ സംരംഭകർക്കും, സംരംഭകരാൻ ആഗ്രഹിക്കുന്നവർക്കും ആശംസകൾ നേരുന്നു. വലിയ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു. Thank you so much. Let us acknowledge his presence and efforts to have made up this video for us. And now, once again, let's watch yet another video of the MES Medical College and over to the digital screen. Alright, thank you so much. So, ബഹുമാന്യനായ മാത്യു സർ പറഞ്ഞതുപോലെ ബിസിനസ് എന്നതിൽ ഒരിക്കലും ഒരു സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. ഇത് ഇവിടെ ഏവർക്കും സമത്വമാണ്. അതിൽ നമ്മൾ മാത്രം കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന, നമ്മുടെ മനസ്സിൽ നമ്മൾ വെറുതെ കണക്ക് കൂട്ടി ഇമാജിൻ ചെയ്തുണ്ടാക്കുന്ന ലിമിറ്റേഷൻസ് മാത്രമാണ് ഒരു ബിസിനസ് വേൾഡിൽ ഒരു വിമൻ ഫേസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതും. എന്നാൽ ഇമ്പോസ് ചെയ്യുന്ന മറ്റെന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടോ എന്നൊക്കെയുള്ള ആ കാര്യങ്ങളെ പറ്റി ആ ഒരു ലോകത്തിലേക്ക് കൂടുതൽ നമുക്ക് ആഴ്ന്നിറങ്ങാം. ഇപ്പോൾ നമ്മൾ വിറ്റ്നസ് ചെയ്യാൻ പോകുന്ന പാനൽ ഡിസ്കഷനിലൂടെ ദ വിമൻ ഓൺടർപ്രണർഷിപ്പ്, navigating challenges and unveiling possibilities. For that, first of all, let me invite onto the stage the moderator, Ms. Nazreen Midlaj. Thank you so much for being here with us once again. It's such a pleasure to have you here. And of course, as we all know, she is
the proud founder and director of Innova Education and GEMSS Arabia, focusing youth and employee training, a result-driven, multi-hyphenate, passionate about social change and working closely with the government and managing senior stakeholders. Now let me invite onto the stage വളരെ global ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു young entrepreneur ആണ്, ഒരു young woman entrepreneur ആണ്. Let me invite onto the stage the dashing entrepreneur behind the luxury modest clothing brand, the Mall of Abayas, Ms. Afra Shahib. Can we kindly have you onto the stage? So she is running the business since 2016, one of the trending Muslim modest clothing brands in Dubai, and have now expanded their wings to the nations including India, GCC, Sri Lanka, African countries and Europe through internet and retailing. Come on everyone, let's just give a huge round of applause for Ms. Afra Shahib. Alright. So now let me invite onto the stage Ms. Shahida Junais, the co-founder and managing partner of Envio Water Solutions with 5 years of experience in the industry of wastewater treatment. She is someone who strived for conscientious learning and hard work, thus becoming a subject matter of expert in the wastewater treatment. Ms. Shahida Junais, we are so privileged to have you here with us today. Thank you so much. And now let me invite onto the stage the founder of DAY2, one of the few brands that produce pure and natural unrefined coconut oil. Let's invite onto the stage Ms. Saima Nadeem, also the managing partner of Tarakat, an e-commerce platform for retail and wholesale purchase, a unique concept introduced in India that features B2B and B2C customers. Thank you so much, Ms. Saima Nadeem, for joining with us. And now let me invite the co-founder at FemiSafe, an impact-driven female wellness and hygiene brand catering to the aspirational women of Bharat, focusing on the less favorable Tier 2 and Tier 3 cities. Let me invite a TEDx speaker, Ms. Nureen Aisha. Thank you so much for joining with us. It's such a pleasure to have you here. And now let me invite onto this wonderful, the very interesting panel discussion, the final panelist, Ms. Aisha Samiha, the founder of Cordafin, a customizable, inclusive and skill-oriented K-12 learning system. Hello, ma'am. Cordovin's award-winning and patented AI share pedagogy maps futuristic skills like coding, robotics, AI, etc. to essential life skills and regular schooling, thus equipping students of today for a challenging yet an interesting tech-driven future. And with that, let's begin. Let's explore the world of women entrepreneurship, navigating challenges and unveiling possibilities. Ms. Nazreen Mitlash, the stage is all yours. Thank you so much, Daksha. Thank you, ScaleUp team, once again for having me on stage as a moderator to moderate my personal favorite session and celebrate all these favorite people. നേരത്തെ മാത്യു സാറ് പറഞ്ഞ ഒരു ഫീമെയിൽ ഓൺട്രപ്രനർ ഞാനായിരുന്നു. നമ്മൾ ബാക്ക് സ്റ്റേജിൽ ഡിസ്കസ് ചെയ്യായിരുന്നു. സോ ഹി വാസ് ടോക്കിംഗ് അബൌട്ട് ഹൗ ദർ ഇസ് നോ ജെൻഡർ ഫോർ ഓൺട്രപ്രനോർഷിപ്പ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വിമൻ ഓൺട്രപ്രനോർസ് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്നത് ഡിസ്കസ് ചെയ്യുന്നതിന് പകരം ഓൺട്രപ്രനോർസ് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം നമുക്ക്. സോ സോറി ഫോർ ദാറ്റ്. യാ, സോ മൈ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ is to Aisha Samiha. Aisha Samihana എനിക്ക് പേഴ്സണലി അറിയാം, ആൻഡ് ഐ നോ ദാറ്റ് യു ടുക്ക് ഒരു 10 years കരിയർ ബ്രേക്ക് ആൻഡ് ദെൻ ഡയറക്ട്ലി ഡൈവ്ഡ് ഇൻ ടു ഓൺട്രപ്രനോർഷിപ്പ് അല്ലേ? സോ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ആൻഡ് ഇപ്പോൾ കോഡോഫിൻ 16 കൺട്രീസിലെ സ്റ്റുഡൻസിനെ കേറ്റർ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇറ്റ്സ് വെരി അമേസിങ്. ലൈക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഓൺട്രപ്രനോർഷിപ്പിലേക്ക് ആഫ്റ്റർ സ്കൂൾ ഓർ കോളേജ് ജമ്പ് ചെയ്യാൻ പേടിക്കുന്ന ഇന്നത്തെ ഒരു കാലത്ത് ഒരു 10 year കരിയർ ബ്രേക്കിന് ശേഷം ഇത്രയും വലിയൊരു ബിസിനസ് തുടങ്ങാനും അതിൽ എക്സ്പാൻഡ് ചെയ്യാനും, ഹൗ വാസ് ദാറ്റ് ജേർണി? വാസ് ഇറ്റ് ഈസി? വാസ് ഇറ്റ് ഡിഫിക്കൾട്ട്? ഇഫ് ഇറ്റ് വാസ് ഡിഫിക്കൾട്ട്, വാട്ട് വർ ദ ചാലഞ്ചസ് ദാറ്റ് യു ഫേസ്ഡ്? Okay, first of all, I would like to say I'm a native of Melatur.
പെരിന്തൽമണ്ണക്കാരാണ് ഇവിടെ കൂടുതലെന്ന് അറിയാം. സോ എൻ്റെ നാടാണ്. സോ ഐ ക്യാൻ പ്രൗഡ്ലി സേ ഞാൻ വളർന്നതും പഠിച്ചതും ഓൾമോസ്റ്റ് നിലമ്പൂരിൽ നിന്ന് തൊട്ടിട്ട് പെരിന്തൽമണ്ണ, മഞ്ചേരി എല്ലായിടത്തും ടച്ച് ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചത്. സോ ഐ എം എ മലപ്പുറം പ്രോഡക്റ്റ് ആക്ച്വലി. സോ യു ക്യാൻ സീ ഫ്രം മലപ്പുറം ടു ഗ്ലോബൽ. ദാറ്റ് ഇസ് വാട്ട് മൈ വിഷൻ വാസ്. 10 years ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് സ്വാഭാവികം അല്ലേ? നമുക്കറിയാം നമ്മളെ കമ്മ്യൂണിറ്റിയിൽ വി കനോട്ട് ബ്രേക്ക് ഇറ്റ്, യുനോ. നമുക്ക് പലതും ഇമ്പോർട്ടൻസ് ഉണ്ടാവും. സോ അങ്ങനെ ഇരിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞു. സോ ഐ ഹാവ് മോർ പ്രയോറിറ്റീസ്. സോ ഈ 10 years ഐ യൂസ്ഡ് ഇറ്റ് വൈസ്ലി എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഹൂഎവർ ഇസ് സിറ്റിംഗ് ഹിയർ, സ്റ്റുഡൻസ് ആയിരിക്കട്ടെ, കുറേ കാലം വീട്ടിലിരുന്നവരായിരിക്കട്ടെ, വുമൺ ഓർ മെൻ, വാട്ട് എവർ, വി ഹാവ് സോ മെനി, എല്ലാവർക്കും ടൈം ഇസ് ഈക്വൽ, റൈറ്റ്? സോ ഈ ടൈമിനെ നമ്മൾ വാല്യുബിൾ ആയിട്ട് യൂസ് ചെയ്യാം. അതിന് നമ്മൾ പുതിയ സ്കിൽസ് പഠിക്കാൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ 10 കൊല്ലം ഇരുന്ന് ചെയ്തത്. സോ ഫ്രം ദെയർ ഐ ഗോട്ട് എൻ ഐഡിയ വാട്ട് ഈസ് ദ ന്യൂ ട്രെൻഡ്. അപ്പോൾ 10 കൊല്ലം കഴിഞ്ഞ് 2019 ഞാൻ എന്താണ് ഇന്നത്തെ ട്രെൻഡ് എന്ന് അനലൈസ് ചെയ്ത്, ഈ പറഞ്ഞ പോലെ ഇപ്പോൾ മാത്യു സാർ പറഞ്ഞു, അതിൻ്റെ മുന്നേ ഷമീം സാർ പറഞ്ഞു, അതിൻ്റെ മുമ്പ് ഫൈസൽ സാർ പറഞ്ഞു, ഇവരൊക്കെ പറയുന്ന കാര്യം എന്താണ്? ചെന്നെത്തുന്നത് വാട്ട് ഈസ് ഇന്നൊവേഷൻ, എന്താണ് നമ്മുടെ നാട്ടിലുള്ള പ്രോബ്ലംസ്, അത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക. ഇതാണ് ഇന്നത്തെ ട്രെൻഡ് എന്ന് മനസ്സിലാക്കി റിസർച്ചിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് എന്താണ്, അപ്പം ഞാൻ കണ്ടെത്തിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണ് എഡ്യൂക്കേഷനിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം. സ്വാഭാവികമായിട്ടും ലൈഫ് സ്കില്ലാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെ എപ്പോഴും ലെഫ്റ്റ് ബ്രെയിൻ മാത്രമേ യൂസ് ചെയ്യണുള്ളൂ. അതായത് നമ്മൾ എന്താണ് എക്സാംസ് അല്ലെങ്കിൽ ഒരു പാറ്റേൺസ് മുന്നേ ഉണ്ടാക്കിയ സിലബസ് പഠിക്കുക, കാണാപ്പാടം പഠിക്കുക. അപ്പം നമ്മൾ റൈറ്റ് ബ്രെയിൻ വർക്ക് ചെയ്യുന്ന, നമ്മളെ ഇൻ്റലിജൻസിനെ സോർട്ട് ചെയ്യുന്ന ഒരു കരിക്കുലം ഡിസൈൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. സോ ഓഫ് കോഴ്സ് 10 കൊല്ലം വീട്ടിലിരുന്നത് ഒരു ചാലഞ്ച് തന്നെയാണ്. കാരണം അത് കഴിഞ്ഞ് പുതിയൊരു സംരംഭം അല്ലെങ്കിൽ പുതിയൊരു ആശയം കൊണ്ടുവരുമ്പോൾ അംഗീകാരങ്ങൾ കുറവായിരുന്നു. ആസ് എ വുമൺ ഓൾസോ ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ പറഞ്ഞ പോലെ ഒരു പൊട്ടിപ്പെണ്ണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ആൾക്കാർക്ക്. ബട്ട് ഐ വുഡ് ലൈക്ക് ടു സേ വെൻ വി ഡൂ സംതിങ് ആൻഡ് ആക്ട്, നമ്മൾ കാണിച്ചു കൊടുക്കുക, നമുക്ക് പ്രൂവ് ചെയ്യുക, നമ്മൾ ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് സ്റ്റാൻഡ് ബിഫോർ ദ പീപ്പിൾ ആൻഡ് സ്പീക്ക് ഔട്ട് വാട്ട് എവർ വി ഹാവ് ഇൻ അവർ മൈൻഡ്. അപ്പം ഞാൻ ആദ്യം ചെയ്തത്, ഞാൻ പഠിച്ച സ്കൂൾ തന്നെയാണ് നിലമ്പൂർ PVs. എനിക്ക് പറയാം ഗ്രേസ്ഫുള്ളി ഐ കുഡ് സേ ദാറ്റ് അന്നത്തെ കാലം അതിൽ പഠിക്കാൻ കഴിഞ്ഞതും അവിടുത്തെ ഒരു സിസ്റ്റം അതായിരിക്കാം ഇന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തിച്ചത്. അപ്പോൾ അവിടെ പോയി ഇത് പറയാനുള്ളൊരു ഗട്ട്സ് ഉണ്ടായി എന്നുള്ളതാണ് ഫസ്റ്റ് തിങ് ഐ വുഡ് ലൈക്ക് ടു സേ. പിന്നെ ഈ പറഞ്ഞ പോലെ വി ഗോട്ട് ഇറ്റ് പിച്ച്ഡ് ഇൻ ടു ഒരു ടീച്ചർ ഇന്നൊവേഷൻ. അതിൽ നിന്നൊരു നാഷണൽ ലെവലിൽ അത് പോയി എന്നുള്ളതാണ് നമ്മൾ ഐഡിയ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഇതിൽ നിന്ന് സോ വാട്ട് ഈസ് ദ സൊല്യൂഷൻ എന്നുള്ളത് നമ്മളെ കുട്ടികൾക്ക്, ഇപ്പം എനിക്ക് 3 കുട്ടികളാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ മോളുണ്ടായപ്പോൾ അവൾക്ക് എങ്ങനെയാണ് അവളുടെ സ്കില്ല് മനസ്സിലാക്കുക, അവളുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് മനസ്സിലാക്കുക, അവൾ എങ്ങനെയാണ് ഫ്യൂച്ചർ റെഡി ആക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്ന് ആസ് എ പേരൻറ്റ് ഐ സ്റ്റാർട്ടഡ് സ്റ്റഡിയിങ്, റിസർച്ചിങ്. അപ്പം ഞാൻ പറയാൻ പോകുന്നത് വി ഹാവ് പ്രൊവിഷൻ ഫോർ ടീച്ചേഴ്സ്, പേരൻസ്, വാട്ട് എവർ സ്റ്റുഡൻസ് നീഡഡ്. നമ്മൾ ഏർലി ലെവലിൽ കുട്ടികളെ അവരെ ഫ്യൂച്ചർ റെഡി ആക്കാനും ലൈഫ് സ്കിൽ സോർട്ട് ചെയ്യാനും റെഡി ആക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന നെക്സ്റ്റ് തിങ് ആണ്, ഓഫ് കോഴ്സ് ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ ഈ സ്കെയിലപ്പ് കോൺക്ലേവ്. യുനോ, സ്റ്റാർട്ടപ്സിനെ കൊണ്ടുവരിക. ഓഫ് കോഴ്സ് മലപ്പുറത്തുനിന്ന് ഒരുപാട് പേരുണ്ട്, ഒരുപാട് ഐഡിയാസ് ഉണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ കറക്റ്റ് ഗൈഡൻസും കറക്റ്റ് പ്രൊവിഷനും ഇല്ലാഞ്ഞിട്ട് ദേ ആർ നോട്ട് കമ്മിങ് അപ്പ്. സോ എങ്ങനെയാണ് ഐഡിയാസിനെ സ്റ്റാർട്ടപ്പ് ആക്കുക? സോ വി ആർ ടൈഡ് അപ്പ് വിത്ത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. നിങ്ങളിവിടെ ബോർഡിൽ കാണുന്നുണ്ട്, കേരള നോളേജ് ഇക്കണോമി മിഷൻ. ഇവരുമായിട്ടൊക്കെ നമ്മൾ ടൈപ്പ് ഉണ്ട്. സോ വാട്ട് വി ആർ ഡൂയിങ് ഇസ് വി ആർ ഫൈൻഡിങ് പീപ്പിൾ ഹു ഹാവ് ഐഡിയാസ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഏജ് ബാരിയർ ഇല്ല, ഏത് ഏജിലുള്ള ആൾക്കാർക്കും ഐഡിയാസ് ദേ ക്യാൻ സബ്മിറ്റ് ആൻഡ് ദെൻ യു ക്യാൻ മേക്ക് ഇറ്റ് എ സ്റ്റാർട്ടപ്പ്. അതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാം. സോ ആർ അൾട്ടിമേറ്റ് എയിം ഇസ് ഇന്നോവേഷൻസ്. സോ ഐ വുഡ് ലൈക്ക് ടു അഗെയിൻ സേ ദാറ്റ് ആക്ഷൻ ചെയ്യുക, നമ്മൾ സപ്പോർട്ടീവായിട്ട് യു ആർ ഗിവിങ് സംതിങ് ടു ദ സൊസൈറ്റി എന്ന് കാണിച്ചാൽ മാത്രമേ ഉള്ളൂ വുമൻ ക്യാൻ കം ഔട്ട്. സോ ദാറ്റ് വാസ് മൈ ചാലഞ്ച്. സോ ഐ തിങ്ക് സോ ഐ ഹാവ് കവേർഡ് അപ്പ്. താങ്ക് യു. Thank you so much, Aisha, for mentioning that. I also don't believe in the rote learning system that unfortunately our
കറൻറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഹാസ്. പക്ഷേ എന്നാലും ഇവിടെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള വ്യക്തികളൊക്കെ പറഞ്ഞ പോലെ സ്ലോലി വി ആർ ചേഞ്ചിങ് ആൻഡ് ദർ ആർ സ്റ്റെപ്സ് ബീങ് ടേക്കൻ പാരലലി അറ്റ്ലീസ്റ്റ് നമ്മുടെ മെയിൻ സ്ട്രീം എഡ്യൂക്കേഷൻ സിസ്റ്റമിലല്ലെങ്കിലും പാരലലി ദർ ആർ സോ മെനി edtechs coming up and all to bridge that gap. And it is very inspiring that our 10 years, I loved what you said, that our 10 years break you use for learning, right? And that's the right thing. When you have a break, what you can do is at least learn, at least research, because there will be a time when you can action on it. So next question that I have is to Miss Saima. Saima, actually കോക്കനട്ട് ഓയിൽ എന്നുള്ളൊരു പ്രോഡക്റ്റ് നമ്മൾ മലയാളികൾക്ക് എന്താ പറയുക വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളതും നമുക്ക് അതിലൊരു പുതുമയതൊന്നും തോന്നൂല. പക്ഷേ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കുറേ ബ്രാൻഡ്സ് ഉണ്ട് ഓൾറെഡി കോക്കനട്ട് ഓയിൽ എന്ന് കേൾക്കുമ്പോൾ. സോ ഐ എം വെരി ക്യൂരിയസ് ടു നോ എദ്വി എന്നുള്ള ബ്രാൻഡ് ഈ ഒരു ഇങ്ങനത്തെ എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ്സിനായിട്ടും എങ്ങനെയാണ് കോമ്പീറ്റ് ചെയ്യുന്നത്? ഹൗ ഡിഡ് യു ഈവൻ ഫസ്റ്റ് ഓഫ് ഓൾ തിങ്ക് ഓഫ് നമ്മുടെ ഈ ഒരു കോക്കനട്ട് ഓയിലിനെ തന്നെ ചൂസ് ചെയ്തത് എങ്ങനെയായിരുന്നു? ആൻഡ് സെക്കൻഡ്, ഹൗ ആർ യു competing with these brands, established brands? സത്യം പറഞ്ഞാൽ എനിക്കൊരു സ്റ്റോറിയാണ് പറയാനുള്ളത്. കാരണം ഐ എം എ BTech ഡ്രോപ്പ് ഔട്ട് സ്റ്റുഡൻറ്റ്. അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഐ എം റിയലി പാഷനേറ്റഡ്. എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് എനിക്ക് എപ്പോഴും ആഗ്രഹമുള്ള കാര്യമായിരുന്നു. അപ്പോൾ വീട്ടിൽ ഈ ബിസിനസ്സുകാരുടെ ഫാമിലിയിലൊരു പ്രശ്നമുണ്ട്. അവർക്ക് പറയാൻ ബിസിനസ് മാത്രമേ ഉണ്ടാവുള്ളൂ വിഷയങ്ങൾ. രാത്രി 3 മണി ആയാലും ബിസിനസ് തന്നെ ആയിരിക്കും അവിടെ, കട്ടൻ ചായയും ബിസിനസ്സും. സോ ഇത് കണ്ടും ഇത് കേട്ടും അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും കേൾക്കുന്നതുകൊണ്ട് ഐ ഓൾസോ ആ ഒരു പാഷനോട്ട് എനിക്കും ഒരുപാടായിട്ട് ഞാനും ഇൻസ്പയർ ചെയ്തു. അതിൽ നിന്ന് ഞാൻ വൺ ഡേ ഞാൻ ഹസ്ബൻഡിനോട് നദീമിനോട് പറഞ്ഞു, എനിക്കും എന്തെങ്കിലും ഒന്ന് ചെയ്യണത് അത്രയും പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഫുഡ് പ്രോഡക്റ്റ് തന്നെ എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എദ്വി ഉണ്ടായത്. സോ എദ്വിയിൽ ഞാൻ ആദ്യം കുറേ ആലോചിച്ചു എന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നദീംക്ക് പറഞ്ഞു, ചെയ്യുകയാണെങ്കിൽ വിത്ത് ദ എത്തിക്സ് പരമായിട്ട് നോക്കുമ്പോൾ യു ഷുഡ് ഗീവ് ദ ട്രസ്റ്റ് ടു ദ പീപ്പിൾ. നിൻ്റെ കസ്റ്റമേഴ്സ് എന്തായാലും എദ്വി എന്ന് പറഞ്ഞാൽ അത് പിക്ക് ചെയ്യണം. അപ്പോൾ എന്ത് പ്രൊഡക്റ്റ് ചെയ്യുകയാണെങ്കിലും ആ ട്രസ്റ്റ് വർത്ത് ആ പ്രൊഡക്റ്റിലും നിൻ്റെ ബ്രാൻഡിലും ഉണ്ടാവണം. ഞാൻ അതേ ഒരു ഇൻസ്പയറിങ് ആയിട്ടുള്ള വേർഡ്സ് എടുത്തിട്ട് തന്നെയാണ് എദ്വി ഞാൻ ക്രിയേറ്റ് ചെയ്തതും അതിൽ കോക്കനട്ട് ഓയിൽ കൊടുക്കുന്നതും. സോ ഏതൊരു വീട്ടമ്മയാണെങ്കിലും അവർക്ക് ആദ്യം നമ്മളെ കേരളീയർക്ക് ഏറ്റവും സുപരിചിതമായ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഞാൻ കോക്കനട്ട് ഓയിൽ എടുക്കാൻ കാരണം. സോ എനിക്ക് തോന്നിയത് ഒരു ബേബി പ്രൊഡക്റ്റായിട്ട് ഞാൻ കോക്കനട്ട് ഓയിൽ എടുത്തു. ഇനി ഞാൻ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരാണെങ്കിൽ തന്നെ അത് അത്രയും കെയർഫുൾ ആയിട്ടേ കൊണ്ടുള്ളൂ. കാരണം ഇപ്പോൾ എദ്വിക്കുള്ള ആ ട്രസ്റ്റ് ഐ ഷുഡ് കീപ്പ് ഇറ്റ്. അത് ടിൽ ദ എൻഡ് അത് അങ്ങനെ തന്നെ ആയിരിക്കും, ബിഗിനിങ്ങിലും അങ്ങനെ തന്നെയാണ്. സോ ടു ദ ക്വസ്റ്റ്യൻ ഞാൻ വരികയാണെങ്കിൽ എനിക്ക് ഒരു കൂട്ടം വലിയ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് കോക്കനട്ട് ഓയിലിൽ. ഞാൻ അത് ഫേസ് ചെയ്ത് പറഞ്ഞാൽ വിത്ത് മൈ ക്വാളിറ്റി ഐ ഫേസ്ഡ് ഇറ്റ്. കാരണം എൻ്റെ കസ്റ്റമേഴ്സ് എൻ്റെ ക്വാളിറ്റി ട്രസ്റ്റ് ചെയ്തിട്ടാണ് വന്നത്. അത് തന്നെയാണ് ഇപ്പോഴും കീപ്പ് ഓൺ ഗോയിങ് ടു മൈ എൻഡ്. എൻ്റെ ബ്രാൻഡിൻ്റെ വിജയവും അത് തന്നെയാണെന്ന് എനിക്ക് പറയാം. ബിക്കോസ് ഐ എം സിറ്റിംഗ് ഹിയർ. ഇപ്പോൾ ഇന്ന് എദ്വി ഞാൻ തുടങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് എദ്വി ഇല്ല, അങ്ങനെ ഒരു കോക്കനട്ട് ഓയിൽ ആയിട്ടുള്ള ഫസ്റ്റ് ലൈൻ എദ്വിയിൽ ഉണ്ടാവുകയില്ല. ദാറ്റ്സ് ഇറ്റ്. Thank you so much. That's very inspiring. Actually, ഒരു entrepreneurial ഫാമിലിയിൽ നിന്നുള്ള എനിക്ക് I can relate to that. When you listen to business, when you are surrounded by business, you're also motivated, and that was good that ആ ഒരു സ്റ്റാർട്ട് എടുത്തത് കൊണ്ട് you feel proud to be sitting here and inspiring many other women out there to do the same. റിയലി സത്യം, അത് ശരിയാണ്. കാരണം നമ്മളെ ഫാമിലിയിൽ അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഐ എം ഹിയർ. ബിക്കോസ് എൻ്റെ ഫാമിലി ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ആൻഡ് മൈ ഹസ്ബൻഡ്സ് ഫാമിലി ഈസ് ഓൺ ദ ബിസിനസ്. അപ്പോൾ അത് കേട്ട് ഐ ഗോട്ട് ആൻ പാഷൻ ടു ഡൂ ദാറ്റ്. എനിക്ക് ആ ഉള്ളിലുള്ള സ്പാർക്ക് എനിക്ക് കൊളുത്തി തന്നത് അവർ തന്നെയാണ്. ഇനി ഓൺട്രപ്രന്യോറിയൽ ഫാമിലിയിൽ ഇല്ലാത്തവർക്ക് സ്കെയിലപ്പ് ഫാമിലി ഉണ്ട് ഫോർ ദാറ്റ് കൾച്ചർ ദാറ്റ് യു നീഡ്, റൈറ്റ്? ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു ആർ വളരെ വ്യത്യസ്തമായ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ഷാഹിദ, റൈറ്റ്? വാട്ടർ സൊല്യൂഷൻസ്. I know the importance of it for our community, and
ഒരു വുമൻ ഇൻ ദിസ് ഫീൽഡ് അറ്റ്ലീസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സോ ഇപ്പം കുറേ പേര് ഇവിടെ പറഞ്ഞു വ്യത്യസ്തമായി കാര്യങ്ങൾ ചെയ്യണം, യു ഷുഡ് ഡു തിങ്സ് ഡിഫറെൻ്റ്ലി. ഓർ ഐ ഹാഡ് ഹേർഡ് വൺ ഓഫ് പ്രിയങ്ക ചോപ്രാസ് കോൺവെർസേഷൻസ് വെയർ ഷി വാസ് സെയിങ് മൈ വേർഷൻ ഓൾറെഡി എക്സിസ്റ്റ്, യു ഷുഡ് ബി യോർ വേർഷൻ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ വി വുഡ് ലവ് ടു ഹിയർ യോർ വേർഷൻ, ഷാഹിദ. Thank you, Nasreen. Before I start, I would like to express my heartfelt gratitude to Team ScaleUp for this invitation. And Nasreen പറഞ്ഞതുപോലെ തന്നെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിലാണ് നിൽക്കുന്നത്. എൻ്റെ മെൻറ്റേഴ്സൊക്കെ ഇടയ്ക്ക് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു പേർപ്പസ് ഉണ്ടോ, നിങ്ങൾ എന്താണ് ഡെലിവർ ചെയ്യുന്നത്. എക്സാക്ട്ലി ആ ഒരു കാര്യം എപ്പോഴും മൈൻഡിൽ വെച്ചിട്ടാണ് ഞാനും എൻ്റെ കമ്പനി ആയിട്ടുള്ള NVO വാട്ടർ സൊല്യൂഷനും മുന്നോട്ട് പോകുന്നത്. നമ്മളുടെ ഒരു വിഷൻ എന്ന് വെച്ചാലുള്ളത് പ്യുവർ വാട്ടർ ആൻഡ് ക്ലീൻ സാനിറ്റേഷൻ ടു എവ്രി വൺ. ഇതാണ് നമ്മൾ എപ്പോഴും എയിം ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ചെയ്യാൻ വേണ്ടി ആസ് യു ആർ മെൻഷനിങ് എന്താ ക്വസ്റ്റ്യൻ ലൈക്ക് നമ്മളൊരു റെയർ ആയിട്ടുള്ള ഇൻഡസ്ട്രിയിലാണ്, ബട്ട് അവിടെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് സൊസൈറ്റീൻ്റെ നീഡിനെയാണ്. സൊസൈറ്റീൻ്റെ നീഡിനെ നമ്മൾ അവിടെ ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോഴും സസ്റ്റൈനബിലിറ്റി ഉണ്ട് ഇൻഡസ്ട്രിയിൽ. ആ ഒരു കാര്യമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾക്ക് വാട്ടർ ഉപയോഗിക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനും ഇല്ല. നിങ്ങളുടെ റെസിഡൻഷ്യൽ പർപ്പസ് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ വെള്ളത്തിനെ വീണ്ടും അത് ഭൂമിയിലേക്ക് ഇറങ്ങി പോകുമ്പോൾ അത് ഭൂമിയെ പൊല്യൂട്ടഡ് ആക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഭൂമിയുടെ നിലവിലുള്ള വാട്ടർ സോഴ്സിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനും എന്താണ് ചെയ്യുന്നത്, അവിടെയാണ് ഞങ്ങൾ എടുക്കുന്ന ഒരു ആക്ഷൻ. ബിക്കോസ് നമ്മളെല്ലാവരും ചെറുതിലേ ക്ലാസ്സിൽ കേൾക്കുന്ന ഒരു കാര്യമാണ് ഭൂമിയിലെ ഒരു 71% വാട്ടർ കവേർഡ് ആണ്. അപ്പോൾ അതിൽ ആക്സസിബിൾ ആയിട്ടുള്ള വാട്ടർ എന്ന് പറയുകയാണെങ്കിൽ ലെസ് ദാൻ 1% മാത്രമാണ്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ റിസോഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് നമ്മൾ എല്ലാവരും ഡെവലപ്മെൻറ്റിൻ്റെ പുറകെയാണ്. അർബനൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ ആയിക്കോട്ടെ, പോപ്പുലേഷൻ ഈസ് ഓൾസോ ഗ്രോവിങ്. അപ്പോൾ ഇതിൻ്റെ പുറകെ പോകുന്ന സമയത്ത് നമ്മുടെ വാട്ടർ സോഴ്സ് കൂടുന്നില്ല, അതെപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനറലി പറഞ്ഞാൽ മനസ്സിലാവും, നമുക്കൊക്കെ പണ്ട് ഓപ്പൺ വെല്ല് കുഴിക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം കിട്ടുമായിരുന്നു. ആ ട്രെൻഡ് ഇപ്പോൾ ഇല്ല. അപ്പോൾ നമ്മൾ ബോർവെല്ലിൻ്റെ പുറകെയാണുള്ളത്. അപ്പോൾ അതിലും ബോർവെല്ല് കുഴിക്കുന്ന സമയത്ത് വളരെ ഡീപ്പിലേക്ക് പോകുമ്പോഴാണ് ഇപ്പം നമുക്ക് വാട്ടർ കിട്ടുന്നുള്ളത്. ഇത് തന്നെയാണ് എക്സാക്ട് പ്രൂഫ് നമ്മളുടെ വാട്ടറിൻ്റെ ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മളുടെ സൊസൈറ്റി, കമ്മ്യൂണിറ്റിയാണ് അത് ആ ചലഞ്ച് ഏറ്റെടുക്കേണ്ടത്. നമ്മൾ എന്താണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്, വരും ജനറേഷന് വേണ്ടി ചെയ്യുന്നത്. ഈ ഒരു വിഷനാണ് നമ്മുടെ ബിസിനസ് സ്ഥാപനം അഡ്രസ്സ് ചെയ്യുന്നത്. ആ ഒരു കമ്പനിയാണ് ഞാൻ ലീഡ് ചെയ്യുന്നത്. Very nice, very nice. And I would personally love for you to have talks in colleges and universities to inspire more people, not just women, but more people to come into this. Yes, exactly. Nasreen, yes, ഞാൻ ആ ഒരു പോയിന്റിലേക്ക് ആക്ച്വലി എനിക്ക് ഈ ഓഡിയൻസിനോട് ചോദിക്കണം, ഒരു റൈറ്റ് ഓഡിയൻസ് ആണ് എൻ്റെ മുമ്പിലുള്ളതെന്ന് തോന്നുന്നു. ബിക്കോസ് ഒരുപാട് സ്റ്റുഡൻസ് ഇതിലുണ്ട്. നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രി തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് എല്ലാവരും ഇപ്പോൾ ടെക്നോളജീൻ്റെ പുറകെയാണ്. ടെക്നോളജീനെ നമുക്ക് നേരത്തെ മാത്യു സാർ പറഞ്ഞതുപോലെ അതിനെ ചേർത്ത് പിടിച്ചിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നമുക്ക് എന്താണ് ഇന്നോവേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എല്ലാവരും ആലോചിക്കണം. നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ യു ക്യാൻ കം അപ്പ്. ഞങ്ങളുടെ കമ്പനിയിൽ നമ്മളത് നിങ്ങളുടെ ഐഡിയ, നിങ്ങളുടെ ഇന്നോവേഷൻസ് അത് വെച്ച് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് സ്കെയിലപ്പ് അല്ലെങ്കിൽ അപ്ഡേഷൻ ഞങ്ങൾ എന്തായാലും എടുക്കുന്നതാണ്. പിന്നെ ഈ ഒരു ഇൻഡസ്ട്രീൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ സസ്റ്റൈനബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമ്മൾ ഇപ്പോൾ കുറച്ച് ഗവൺമെൻറ് അതോറിറ്റീസ് പ്രഷറൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ് സ്ഥാപിക്കുന്ന ഒരു കൾച്ചർ ഉണ്ട്. പക്ഷെ എൻ്റെ കമ്പനി ഈ ഇൻഡസ്ട്രിയിൽ ഫേസ് ചെയ്തൊരു കാര്യമാണ്, സ്ഥാപിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഓപ്പറേഷൻസ് നടക്കുന്നില്ല. അപ്പോൾ നമ്മൾ അതിലാണ് പിന്നെ ഒരു പഠനം നടത്തിയത്, എന്തുകൊണ്ടാണ് അങ്ങനെ. ഞങ്ങൾ ഒരുപാട് ടോപ്പ് ബ്രാൻഡ്സിന് വേണ്ടിയിട്ട് തന്നെ കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പറഞ്ഞാൽ എല്ലാവർക്കും പരിചയമുള്ള പാരഗൺ, സാഗർ ആയിക്കോട്ടെ, നെസ്റ്റോ, ഷെഫ് പിള്ള, അവർക്കൊക്കെ. അപ്പോൾ ഇവരൊക്കെ ഈ പ്ലാന്റിൻ്റെ സസ്റ്റൈനബിലിറ്റി ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മനസ്സിലാക്കിയത് നമുക്കിത് ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു ടീം നമ്മുടെ നാട്ടിലില്ല. നമ്മൾ അങ്ങനെ ഒരു ടീമിനെ ഹയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് സപ്ലൈ നമ്മൾ കണ്ടുവന്നു. ആ സാഹചര്യത്തിൽ നമ്മൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് സ്റ്റുഡൻസിനെ ഹയർ ചെയ്യുന്നുണ്ട്. റൈറ്റ് നൗ ഞങ്ങൾ ITI ആണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ കം ഫോർവേഡ്. ഞങ്ങൾ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് സസ്റ്റൈനബിലിറ്റി ആവശ്യമാണ് ഇൻഡസ്ട്രിക്ക്. നമ്മളുടെ ബിസിനസ് ചെയ്യുന്നതിനോട് കൂടെ ഫ്യൂച്ചർ ജനറേഷൻ്റെ റിസോഴ്സ് നശിപ്പിക്കാണ്ട് നമ്മൾ പ്രിസർവ് ചെയ്യണം എന്നുള്ളതാണ് ഐ വാണ്ടഡ് ടു ടെൽ മൈ ഓഡിയൻസ്. വെരി നൈസ്. ഇവിടെ സ്റ്റേജിൽ ഓൾറെഡി 2 ഓപ്പർച്യൂണിറ്റീസ് ആണ്. മിസ് ആയിഷ നേരത്തെ ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞു, ഇപ്പം ഷാഹിദ ഓൾസോ ഓപ്പർച്യൂണിറ്റി പറഞ്ഞു. സോ ഐ എം റിയലി ഹാപ്പി ദാറ്റ് അവർ ഓഡിയൻസ് ഇസ് ഗെറ്റിംഗ് സംതിങ് വാല്യുബിൾ. മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ടു യു, മിസ് Noreen.
നോറീൻ ഒരു കോർപ്പറേറ്റ് ജോബ് വിട്ടിട്ട് ഓൺടർപ്രിനർഷിപ്പ് ചൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. That is one question, like what prompted you to choose entrepreneurship over a very safe and secure job? A follow-up question to that is, നമ്മുടെ ഫീമെയിൽ വെൽനെസ് ആൻഡ് ഹൈജീൻ ഇന്ത്യയിൽ അൺഫോർച്ചുനേറ്റ്ലി ഒരു ടാബു ടോപ്പിക് ആണ്. So how did you tackle this in a country like India? Okay, good evening everyone, and Nazrin, thank you so much for your question. So I'll answer the first question. Corporate job with it, how did I come into entrepreneurship? So I would give that credit to my co-founder, who's also my husband. He's sitting right there in the audience. So he comes from a business family and I come from a non-business family. And I had always wished that inki corporate ladder climb ചെയ്ത് എപ്പോഴെങ്കിലും ഒരു CEO ആവാന്നുള്ളതായിരുന്നു my wish. But there was this kind of character inside me that I used to ഈ periods ആയാലും അല്ലെങ്കിൽ whether it be about women rights എനിക്ക് advocate ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. And I used to do it. എൻ്റെ Instagram പേജിൽ ചെറിയ രീതിയിൽ I used to do about it. പക്ഷേ I got an opportunity to do it with my brand. So നമ്മൾ എങ്ങനെയാണ് ലോഞ്ച് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 it was COVID time. And our first product was menstrual cups, and menstrual cup in the sterilization cups. So, COVID na samayathe, just like everybody was locked in the house, everything was slowed down completely. Appam namle waste edukka vanna kudumbashride chechimaru polum, they used to come just once a week. But once a week verumam already sanitary pad waste, it's already piled up. Imagine fresh sanitary pads and used ones and avastha endayirikkum. 1 week later kazhinja then ariyam namakku endayirikkum. So I happen to see that ഇവര് വന്നിട്ട് ഓരോ വീട്ടിൽ വന്ന് പിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വാഷ് ചെയ്തിട്ടാണ് സാനിറ്ററി പാഡ്സ് വെക്കുന്നെങ്കിലും ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഫോർ ദം. ഇവർ വേസ്റ്റ് പ്ലാന്റിൽ കൊണ്ടുപോയി അത് ജെല്ലും പ്ലാസ്റ്റിക്കും ഒക്കെ സെപ്പറേറ്റ് ചെയ്യണം. സോ ദാറ്റ് പോയിന്റ് ഓഫ് ടൈം മീ ആൻഡ് മൈ കോ ഫൗണ്ടർ വി വർ എൻഗേജ്ഡ്. അപ്പം നമ്മൾ ഫോണിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇവർ ജസ്റ്റ് റാൻഡംലി ഐ വാസ് ടെലിംഗ് ഹിം ദറ്റ് ഭയങ്കര സങ്കടമുണ്ട് ഇതിങ്ങനെ കാണുമ്പം, ബിക്കോസ് ഐ വാസ് എ മെൻസ്ട്രൽ കപ്പ് യൂസർ ആൻഡ് ഐ ഹാവ് ബീൻ യൂസിങ് സിൻസ് 7 to 8 years. So he, from his business perspective, he was like, hey, you are very passionate about this, then why don't we reach out to more people with this? So I was like, okay, let's kind of do it. Anganeyaanu nammal idilekku irangiyathu. So I am very passionate about this topic and he is very passionate about business. So I think our complementary skills onnichu vannappam we started, and 3 years down the lane here we are. Angane FemiSafe first product menstrual cups nammal thodangി. And it was like നമ്മൾ കണ്ടൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് ഇവിടെ ആവശ്യത്തിന് കൂടുതലുണ്ട്, ബട്ട് ദർ ഇസ് ലാക്ക് ഓഫ് അവെയർനെസ്. അതായത് റൈറ്റ് ഇൻഫർമേഷൻ. ഒന്നാമത് ഈ ടോപ്പിക് ആരും അധികം സംസാരിക്കാറില്ല. ഇപ്പം ഈവൻ ഇൻ സ്കൂൾസ് കോളേജസ് നോബഡി ടോക്സ്. സോ ആ ഒരു ടോക്ക് നോർമലൈസ് ചെയ്യണം, ദാറ്റ്സ് വൺ തിങ്. പിന്നെ ലാക്ക് ഓഫ് അവെയർനെസ്, ആ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യണം. സോ ജസ്റ്റ് ലൈക്ക് entrepreneurs are always they are finding solutions to the problem. So problem we saw was lack of awareness. We stepped in to fill it. And angane nammal first product was menstrual cup. Then we widened our category, grooming and intimate care and so that's how FemiSafe started. Pinne the second question, itrayum oru taboo topic nammal engane tackle cheyidu nu choichu kayinal it was very difficult. Especially it's like two young people ingante oru brand thodangunnu parayumba ellarum vichadu adu kali tamashaanu verde, because ഒരു കാലത്ത് കഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ട്രെൻഡായിരുന്നു. സോ പീപ്പിൾ തോട്ട് ഓക്കെ ഇവരും വെറുതെ ചുമ്മാ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ആൻഡ് എസ്പെഷ്യലി ഈ ടോപ്പിക്. സോ ലോട്ട് ഓഫ് പീപ്പിൾ യൂസ് ടു തിങ്ക് ദാറ്റ് ഇത് നസീഫിൻ്റെ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബിസിനസ്സാണ് ആൻഡ് ഐ എം ഹെൽപ്പിംഗ് ഹിം ആസ് എ സപ്പോർട്ടിങ് സിസ്റ്റം പോലെ. വേറെ കുറേ ആൾക്കാർ വിചാരിച്ചു എൻ്റെ ഹോം ബിസിനസ്സാണ് ആൻഡ് നസീഫ് ഇസ് സപ്പോർട്ടിങ് മീ ആസ് എ പാർട്ട്ണർ എന്നുള്ള രീതിയിൽ, എസ്പെഷ്യലി പീരിയഡ് പ്രോഡക്ട്സും കൂടി ആയതുകൊണ്ട്. But what we did is നമ്മൾ മാക്സിമം ആ ഒരു ടോക്കിനെ നോർമൽ ചെയ്യാൻ നോക്കി ത്രൂ ഇൻഫ്ലുവൻസേഴ്സ് ഓഫ് കോഴ്സ്. പിന്നെ അതേപോലെ തന്നെ അവെയർനെസ് സെഷൻസ്. ഐ എം എ മെൻസ്ട്രൽ എഡ്യൂക്കേറ്റർ. സോ അവെയർനെസ് സെഷൻസ് എടുക്കാൻ തുടങ്ങി. വെദർ ഇറ്റ് ബി ലൈക്ക് TEDx, ജോഷ് പോലത്തെ പ്ലാറ്റ്ഫോംസ്. വെൻ വി ഗെറ്റ് ദി ഓപ്പർച്യൂണിറ്റി നമ്മൾ അവിടെ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കാറ്. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഹ്യൂമൻസിന് ഒരു ഹേർഡ് മെൻറ്റാലിറ്റി ഉണ്ട്. കൂടുതൽ ആൾക്കാർ ചെയ്യാൻ തുടങ്ങുമ്പം ആൾക്കാർ അത് നോർമലൈസ് ചെയ്യും. So we took that path. The more the people talk about periods and all these products, the more normal it becomes. Adebol thanne there was this event called Cup of Life. So adila our Ernakulam MP Hybe Eden, he had distributed 1 lakh menstrual cups and it was a Guinness World Record. So we were a part of it. So that became a huge kind of it was an eye opener. Adine shesham it's like now everybody is very cool with talking about this. Not just that, Kerala being the most literate state,
ഏറ്റവും കൂടുതൽ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചായാലും ഫീമെയിൽ വെൽനെസ്സിനെ കുറിച്ചായാലും ഏറ്റവും കൂടുതൽ ഗൂഗിളിൽ സെർച്ച് വരുന്നത് ഇസ് ഫ്രം കേരള. സോ യെസ്, വി ഇനീഷ്യലി സ്റ്റാർട്ടഡ് ഫ്രം കേരള, നൗ വി ആർ എ പാൻ ഇന്ത്യ ബ്രാൻഡ്, ബട്ട് യു നോ ലൈക്ക് this is where we started from and this will always be where our roots are from. So yeah, that's how we address the issue. So inspiring, and thank you so much for taking this initiative. My next question is to Miss Afra. Afra actually multiple countries-ilana business ചെയ്യുന്നത് അല്ലേ? That's amazing. Actually കേരളത്തിലും ഉണ്ട് Mall of Abayas, പിന്നെ GCC-യിൽ ഒരുപാട് കൺട്രീസിലുണ്ട്, കുറേ ബ്രാഞ്ചസ് ഓഫ് ദിസ് തിങ് ഉണ്ട്. സോ വുഡ് ലൈക്ക് ടു നോ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? ലൈക്ക് ഹൗ ഡു യു ട്രാവൽ അക്രോസ് ആൻഡ് ഡു യു ഹാവ് എ ടീം, ഡു യു ഹാവ് എ സിസ്റ്റം ഇൻ പ്ലേസ്? ഹൗ ഇസ് ഇറ്റ്? ഹൗ ഡു യു മാനേജ് ദിസ്? First of all, thank you so much, Team ScaleUp, for having us here. എസ്പെഷ്യലി നമ്മുടെ MLA നജീബ് കാന്തപുരം സാറോട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞങ്ങളെ പോലെയുള്ള വുമൺ ഓൺട്രപ്രണേഴ്സിന് ഇങ്ങനത്തെ ഒരു വേദി ഒരുക്കിയതിന്. ആൻഡ് കമ്മിങ് ബാക്ക് ടു നസ്രിൻ ക്വസ്റ്റ്യൻ, അതിനേക്കാളും മുന്നേ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അഫ്ര ഷബീബ്. ഞാൻ ആക്ച്വലി പെരിന്തൽമണ്ണക്കാരിയല്ല, എൻ്റെ ഹസ്ബൻഡാണ് പെരിന്തൽമണ്ണക്കാരൻ, ഞാൻ എറണാകുളംകാരിയാണ്. കല്യാണം കഴിച്ചിട്ടാണ് ഞാൻ പെരിന്തൽമണ്ണയിലേക്ക് വരുന്നത്. അതിനു മുന്നേ ഞാൻ പഠിച്ചത് എൻജിനീയറിംഗ് ആണ്. ആക്ച്വലി എൻജിനീയറിംഗ് പഠിക്കാനുള്ളൊരു റീസൺ, എൻ്റെ പാഷൻ ഡിസൈനിങ് ആണെന്ന് എൻ്റെ ഫാമിലീനെ എനിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ളൊരു ഫാമിലിയിൽ നിന്ന് വന്നൊരാളാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ഫാഷൻ ഡിസൈനിങ് പഠിക്കണം എന്ന് പറയുമ്പോൾ സംതിങ് ദേ ആർ തിങ്കിങ് വിച്ച് ഇസ് മോഡലിംഗ്. അതുകൊണ്ട് ഞാൻ എൻജിനീയറിംഗ് പോകേണ്ടി വന്ന ഒരാളാണ്. 7 സെമ്മ് വരെ ഞാൻ എങ്ങനെയൊക്കെയോ പോയി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ദിസ് ഈസ് നോട്ട് മൈ പാഷൻ. സോ ഐ ക്വിറ്റ്. പിന്നെ കല്യാണം കഴിഞ്ഞ് പെരിന്തൽമണ്ണയിലേക്ക് വന്നു, പിന്നെ ദുബായിൽ പോയി. അങ്ങനെ ദുബായിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാ ബിസിനസ്സുകാരും പറയുന്നത് പോലെ തന്നെ നമ്മളെല്ലാവരും എന്താ ചെയ്യുന്നത്? വി ആർ ഫൈൻഡിങ് എ സൊല്യൂഷൻ ഫോർ ദ പ്രോബ്ലംസ് ദാറ്റ് വി ആർ ഫേസിങ്, അല്ലേ? സോ ഞാൻ UAE-യിൽ നിന്നിട്ട് ഞാൻ കണ്ട ഒരു പ്രോബ്ലം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അബായ, അതായത് പർദ്ദ. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ലൈക്ക് അബായാസിൽ ഇന്നോവേഷൻസ് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു ഞാൻ കണ്ട പ്രോബ്ലം. ഞാൻ നോക്കുന്ന സ്ഥലത്തും ഞാൻ കാണുന്ന കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് ആയിട്ടുള്ള ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ, മെറൂൺ, അങ്ങനത്തെ കളേഴ്സിൽ ഒരുപാട് ഡിസൈൻ വെറൈറ്റീസോ ഒന്നും ഇല്ലാത്ത ഒരു കാറ്റഗറി, വളരെ സെഗ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് എൻ്റെ അബായ. സോ അതിന് ഞാൻ UAE-യിൽ നിന്നുകൊണ്ട് ഇതിനെങ്ങനെ ഇന്നോവേറ്റീവായിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ തുടങ്ങിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലാണ്. നേരത്തെ മാത്യു സാറ് പറഞ്ഞ പോലെ ടെക്നോളജി യൂസ് ചെയ്യണം. ടെക്നോളജി യൂസ് ചെയ്ത് ബിൽഡ് ചെയ്ത ബ്രാൻഡാണ് മോൾ ഓഫ് അബായാസ്. അതുകൊണ്ടിട്ടാണ് എനിക്ക് ഈ 14 രാജ്യങ്ങളിലും എൻ്റെ ബ്രാൻഡ് എനിക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നത്. അതർവൈസ് ഐ കുഡൻറ്റ് ഡൂ ദാറ്റ്. ഓക്കെ, സോ ദ ക്വസ്റ്റ്യൻ ഹൗ ഐ ആം മാനേജിങ്. ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് വാട്സപ്പ് ഗ്രൂപ്പിലാണ്. ദെൻ എനിക്കിതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി. ഞാനിത് അന്ന് ഇതിനൊരു മൾട്ടി ലെവൽ ബ്രാൻഡിലേക്ക് ആക്കണം എന്ന് വിചാരിച്ചല്ല ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഐ സ്റ്റാർട്ടഡ് ദിസ് ഔട്ട് ഓഫ് മൈ പാഷൻ. സോ ഗ്രൂപ്പ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മൈ കസ്റ്റമേഴ്സ് നീഡ് മൈ പ്രൊഡക്ട്സ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എങ്ങനെ എൻ്റെ പ്രസൻസ്, എങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക്നോളജി യൂസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. എങ്ങനെ യൂസ് ചെയ്യണം? ഇവിടെ ഒരുപാട് ആളുകളുണ്ടാവും ടു ബിൽഡ് എ ബ്രാൻഡ്. They are struggling to build a brand, അല്ലേ? സോ അവരോടാണ് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇറ്റ്സ് ലൈക്ക് ഞാൻ വാട്സപ്പ് യൂസ് ചെയ്തു. ഐ ഡിഡ് മൈ പേഴ്സണൽ ബ്രാൻഡിങ്. അന്ന് ഞാൻ ബ്രാൻഡ് ചെയ്ത സമയത്ത് അഫ്ര ഷബീബിൻ്റെ മോൾ ഓഫ് അബായാസ് എന്നാണ് ഞാൻ നമ്മൾ ബ്രാൻഡ് ചെയ്തത്. ഈവൻ എൻ്റെ ഹസ്ബൻഡ്, ഹി ഈസ് എ വെരി സ്ട്രാറ്റജിസ്റ്റ്, അടിപൊളിയായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് വൈ ഐ ആം സ്റ്റാൻഡിങ് ഹിയർ. അപ്പോൾ ആ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് എൻ്റെ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്തു. എൻ്റെ പല പല കൺട്രികളിലേക്ക് എൻ്റെ പ്രൊഡക്റ്റിനെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തു. എനിക്ക് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഓർഡേഴ്സ് വരാൻ തുടങ്ങി. അങ്ങനെയാണ് ആദ്യത്തെ സ്റ്റോറ് എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്വന്തം നാടായ പെരിന്തൽമണ്ണയിൽ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്.
Then I started my next store in Manjeri. അത് കഴിഞ്ഞ് കണ്ണൂർ സ്റ്റാർട്ട് ചെയ്തു, ദെൻ മഞ്ചേരി സ്റ്റാർട്ട് ചെയ്തു. ലാസ്റ്റ് ഒരു 3 months ബിഫോർ ഞാൻ എൻ്റെ സ്റ്റോറ് തലശ്ശേരി സ്റ്റാർട്ട് ചെയ്തു. സോ ഇങ്ങനെ പിന്നെ ഞാൻ എൻ്റെ GCCയിൽ ഒമാനിൽ നമ്മളുടെ ഓൾറെഡി ഒരു സ്റ്റോറുണ്ട്. സോ ഇങ്ങനെ 6 സ്റ്റോറും 14 രാജ്യങ്ങളിലായിട്ട് ഓൺലൈൻ സർവീസും മോൾ ഓഫ് അബായസിന് ചെയ്യാൻ പറ്റി. ഇത് ഓൺലി ബിക്കോസ് ഓഫ് ഐ യൂസ്ഡ് ടെക്നോളജി. പിന്നെ ദിസ് ജേർണി വാസ് നോട്ട് ഈസി, എസ്പെഷ്യലി നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ വുമൻ്റെ ചാലഞ്ചസ് ആണല്ലോ. അപ്പോൾ ഞാനൊരു പെണ്ണാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് നമ്മൾ സൊസൈറ്റി അങ്ങനെയാണ് പറയുന്നത്. നീ പെണ്ണാണ്, സോ ഓട്ടോമാറ്റിക്കലി യു ഹാവ് ലിമിറ്റേഷൻസ് ടു ഡു ദിസ് തിങ്സ് അല്ലേ. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും സൊസൈറ്റിയിലേക്ക് ഇറങ്ങുന്ന പോലെ തന്നെ ഞാനും അനുഭവിച്ചിട്ടുണ്ട്. ഈവൻ ദോ ഒറ്റയ്ക്ക് ട്രാവലൊക്കെ ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു ആദ്യം. ദെൻ എനിക്ക് മനസ്സിലായി ഞാൻ ട്രാവൽ ചെയ്താലേ എൻ്റെ കാര്യങ്ങൾ നടക്കുള്ളൂ, അല്ലാതെ ഞാൻ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഐ കനോട്ട് ഡു എനിത്തിങ് അല്ലേ. ഞാൻ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്താൽ മാത്രമാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. സോ എനിക്ക് അബായാസിൽ എന്തൊക്കെ ഇന്നോവേഷൻസ് ഭയങ്കരമായിട്ട് എല്ലാ കളേഴ്സും ഡിസൈൻസിൽ എന്ത് വെറൈറ്റീസ് കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ കണ്ട സമയത്ത് അറബ് ഷെയ്ഖ് ഫാമിലീസ് അടക്കം ബ്ലാക്ക് അബായാസ് യൂസ് ചെയ്യുന്ന കാലഘട്ടത്തിൽ നിന്ന് അവരെല്ലാവരും കളേർഡ് ആയിട്ടുള്ള ഭയങ്കര നല്ല ഡിസൈൻസ് പ്രീമിയം ക്വാളിറ്റീസിലുള്ള കളറായിട്ടുള്ള അബായാസ് യൂസ് ചെയ്യാനുള്ള ഒരു മാറ്റത്തിലേക്ക് തന്നെ നമുക്ക് വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ഈവൻ ദോ നമ്മൾ ഡിസൈൻസിൽ കൊണ്ടുവന്നിട്ടുള്ള വെറൈറ്റീസ് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു സക്സസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് മോൾ ഓഫ് അബായസിൻ്റെ പേജ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ഞാൻ ഈ പ്രൊഡക്റ്റ് കൊണ്ട് വന്ന സമയത്ത് എന്നോട് ചോദിച്ചത് എന്ത് ചെയ്യാനാ, നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. പിന്നെ അവിടെ നിന്നാണ് നമ്മൾ തന്നെ പ്രൂവ് ചെയ്ത് കൊടുത്തു. ആൻഡ് ദ ഹോൾ ജേർണി ഇറ്റ് ടുക്ക് അറൗണ്ട് 8 years. ഇതൊരു ഓവർനൈറ്റ് സക്സസ് അല്ല. ഓക്കെ, ഞാൻ പല സമയത്തും ഞാൻ ഭയങ്കരമായിട്ട് ബ്രേക്ക് ഔട്ടായി പോവാറുണ്ട്. ലൈക്ക് ഒരുപാട് സ്ട്രഗിൾസ് വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യാറുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ് ആയിട്ടുള്ള ആൾക്കാരുടെ സ്റ്റോറി കേൾക്കുക എന്നുള്ളതാണ്. അതിൽ ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം, ഞാൻ എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ നേരത്ത് കേൾക്കുന്ന സ്റ്റോറിയാണ് ഫ്രഷ് ടു ഹോമിൻ്റെ സ്റ്റോറി. ആൻഡ് ഐ വാസ് സോ ഹാപ്പി that I can sit here in front of Matthew sir, because ഞാൻ കസ്റ്റമേഴ്സിൻ്റെ ക്രൗഡ് പുള്ള് കൊണ്ടിട്ട് സീ ടു ഹോം അവരുടെ ഫസ്റ്റത്തെ സീ ടു ഹോം ക്ലോസ് ചെയ്ത സമയത്ത് പിന്നെ പുള്ളി അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് മാത്യു സാറിൻ്റെ ടോക്സ് ഞാൻ കേൾക്കലുണ്ട്. അപ്പോൾ എനിക്ക് ഇതേപോലത്തെ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നങ്ങൾ എന്ന്. അല്ല, ഇതൊരു ഓൺട്രപ്രണർ എന്ന് പറയുന്നത് ഒരു പെയിൻഫുൾ ജേർണിയാണ്. നമ്മളതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളുടെ ആ ഒരു നമ്മളുടെ ചില സമയത്ത് നമ്മളുടെ ഇമോഷൻസ് നമുക്ക് പുറത്ത് കാണിക്കാൻ പോലും പറ്റില്ല. കാരണം നമ്മൾ ചുറ്റുമുള്ള സർക്കിളിലുള്ള ആൾക്കാർ ചിലപ്പോൾ ഓൺട്രപ്രണർ മൈൻഡ് സെറ്റിലുള്ള ആൾക്കാരായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തിങ്ക് ചെയ്യണ കാര്യങ്ങൾ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് വാട്ട് ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചൊരു ബുദ്ധിമുട്ടാണ്. എൻ്റെ ഫ്രണ്ട് സർക്കിളിലാണെന്നുണ്ടെങ്കിലും അവർ ചിലപ്പോൾ നമ്മളെ കളിയാക്കും. നമ്മളുടെ പ്രസ്റ്റീജിന് പോലും നമ്മളത് ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. പക്ഷേ സ്റ്റിൽ നമ്മളുടെ സെൽഫായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന സ്ഥലത്താണ് നമുക്ക് സക്സസ് ഉണ്ടാക്കാൻ കഴിയുന്നത്. സോ അത് മാത്രമാണ് എനിക്ക് ഇന്ന് ഈ വേദിയിൽ ചിലപ്പം ഒരുപാട് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ബട്ട് ഡോണ്ട് വറി, ഡു തിങ്സ്. നിങ്ങൾ പോകുന്ന വഴിയിൽ തന്നെ പോവുക. യു വിൽ ബി സക്സീഡഡ് വൺ ഡേ. ഒരു ഓൺട്രപ്രന്യോറിയൽ സീലാണ് ഇവിടെ കാണുന്നത്. ഷീ കൻ നോട്ട് സ്റ്റോപ്പ് ടോക്കിംഗ് അബൌട്ട് her product and her entrepreneurial journey. So nice to hear you, Afra. We would love to have heard more. Unfortunately, time out aayi. Pakshe, can we take 1 or 2 questions, Daksha, please, from the audience? Maybe 1 question. Yeah. Anybody has any question? If anybody has any questions, you are free to ask now. We have an extended time for pitching out your questions to these wonderful women entrepreneurs. So anybody having any questions? Can you raise your hands? All right. I think since there are no questions, we can wind up the session. The reason is because it was quite self-explanatory, and like all of them have like elevated their pitch quite a bit.
Thank you so much, my fellow panelists, for being here and for your valuable time. Thanking our Honorable MLA Najeeb sir for this opportunity for all of us today here. Thanks once again. Thank you so much, Nasreen. Thank you so much for the smooth execution of this discussion. May I humbly request all of you to kindly stay back. May I humbly request you to kindly stay back. Yes, thank you so much. And with lots of love and warmth, let me invite onto the stage Mr. Aftab Shaukat, the founder and CEO of Expresso Global, to kindly join with us on the pulpit and hand over a token of love and appreciation to Ms. Aisha Samiha. All right, and thank you so much, Ms. Aisha, for being a part with us. And yes, her point, the major point was to start taking actions and inspire other women to come out and use the time. Yes, and that is something like very key. നമുക്ക് കിട്ടുന്ന നമ്മളുടെ കിക്ക് ഓഫിന് മുന്നേ കിട്ടുന്ന ആ സമയം അത് നമുക്ക് നമ്മളെ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് പഠിക്കാനുള്ള സമയമാണ് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത്. താങ്ക് യു സോ മച്ച് ഐഷ സമീഹ ആൻഡ് താങ്ക് യു സോ മച്ച് മിസ്റ്റർ അഫ്താബ് ഷൗക്കത്ത്. And now may I request Mr. Matthew, the founder of Fresh to Home. Sir, can we kindly have the pleasure of you joining with us once again to kindly hand over a gesture of love and appreciation to Ms. Nureen Aisha, who have very beautifully conveyed to us her journey of navigating challenges and changing a whole mindset itself. ഞാൻ എൻ്റെ പ്രശ്നം കഴിഞ്ഞ് പോകാൻ വേണ്ടി ഇരുന്നതാണ്. ഞാൻ ഈ വേദിയിലേക്ക് നോക്കിയപ്പോഴേ എൻ്റെ നാട്ടിലൊക്കെയുള്ള ഒരു ധാരണ മൊത്തം പൊളിച്ചു കളഞ്ഞു. എന്നാൽ പിന്നെ അതൊന്ന് കേട്ടിട്ട് പോകുന്നവർക്ക് ഇരുന്നതാണ്. അത് എൻ്റെ നാട്ടിൽ പറയുന്നതേ പ്രത്യേകിച്ച് ജാതി മതം പറഞ്ഞെന്ന് ആരും ഓർക്കല്ലേ. ഒരു മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു 18 വയസ്സാകുമ്പോൾ കല്യാണം കഴിച്ച് വിടും, പിന്നെ അവർ അടുക്കളയായി അവിടെയായി വേറൊരു കാര്യവും ചെയ്യില്ല എന്നൊരു ധാരണ ഞങ്ങളുടെയൊക്കെ നാട്ടിലുണ്ട്. എന്തായാലും ഞാൻ എൻ്റെ നാട്ടിൽ ഇനി പ്രസംഗിക്കാൻ കിട്ടുമ്പോൾ ഇത് പറയുന്നുണ്ടോ കേട്ടോ. ഒരുപാടധികം ആളുകൾക്കുള്ള ഒരു മിസ്കൺസെപ്ഷനാണ്. ആ മിസ്കൺസെപ്ഷൻ പൊളിച്ച് എഴുതുന്ന ഒരു ഡിസ്കഷൻ തന്നെയായിരുന്നു ഇത്. ആൻഡ് അത് ശരിക്കും തിരുത്തി എഴുതുന്ന 2 ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞു പോയ ദിവസങ്ങൾ. ആൻഡ് മേ ഐ നൗ റിക്വസ്റ്റ് മിസ്റ്റർ മാത്യു, the founder of Fresh to Home, to kindly hand over a token of love to Ms. Nureen Aisha. And what a brilliant speech on changing the mindset. Thanks a lot, Matthew sir. Thank you so much for being with us. And now may I request Mrs. Tahira, the lovely wife of our Honorable MLA, and she is also a headmistress with AMLPS Earphones. Can we kindly have her, the pleasure of having her with us on the stage, and may I humbly request you to kindly hand over a token of love to Mr. Zaima Nadeem. Thank you so much, Mr. Zaima Nadeem. And thank you so much, Mr. Matthew sir, once again for your very glorious speech. And yes, Ms. Zaima Nadeem, that was a wonderful point that you have driven to all the entrepreneurs. നമ്മളൊരു പ്രോഡക്റ്റ് തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് ആളുകളിൽ നിങ്ങളെ പറ്റിയും നിങ്ങളുടെ പ്രോഡക്റ്റിനെ പറ്റിയും ഒരു വിശ്വാസം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. Thank you so much, Ms. Zaima, and thank you so much, Mrs. Tahira, for joining with us. And now let me invite onto the stage Mr. Mohammad Mustafa Kuri, the founder of Edroads. May we kindly have the pleasure of you joining with us and handing over a token on behalf of the ScaleUp Conclave 2024 to Ms. Shahida Jinais. And at this point, let me recollect a point that she have very kindly mentioned. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം, ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുക. ആൻഡ് ദാറ്റ് വിൽ ബി ഇൻക്രെഡിബിൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഫോർ യു. ആൻഡ് ഓൾസോ ഓൾവേസ് ഫേസ് യുവർ ഫിയേഴ്സ്. Thank you so much, Mr. Fesser. And may I request all of you to kindly pose for a group photo so that we could immortalize this moment forever and always. May I now humbly request our Honorable MLA, Mr. Najeeb Kanthapuram sir, to kindly join with us on the stage to please pass over a token of love and appreciation to Ms. Afra Shahib.
Thank you so much, sir. Maybe now I have the pleasure, Afra Shahib. Thank you so much, Afra. Thank you so much for showing that നമ്മുടെ ഒരു ഗ്ലോബൽ സ്കെയിലിലേക്ക് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ കൊണ്ടുപോകാം എന്നുള്ളത് ഒന്നുകൂടെ തെളിയിച്ചു തന്നതിന്, അതിൽ നമ്മളെ ഇവരെയും പ്രചോദനം നൽകിയതിന് താങ്ക് യു സോ മച്ച് മിസ് അഫ്ര ഷബീബ്. ആൻഡ് താങ്ക് യു സോ മച്ച് അവർ ഓണറബിൾ MLA for the kind gesture. Thank you so much, my gorgeous entrepreneurs. All of you may now kindly descend back to your seats. MLA sir, may I humbly request you to kindly stay back for the awarding ceremony. And thank you so much, each one of you, for being here with us. Now all of you may kindly descend back to your respective seats. And all of you, keep flying high. And now let's once again get on to the prestigious awarding ceremony of the ScaleUp India's first Fusion Conclave 2024. With us we have got our honorable MLA, and let's proceed on to the awarding ceremony. The first in this session is the Visionary in Commerce Education Award, and that award goes to the founder of Profins, Mr. Mohammad Zamil. Mr. Mohammad Zamil, can you kindly come forward and join with us on the stage? Thank you, ladies and gentlemen. Please put together your hands as Mr. Mohammad Zamil receives the Visionary in Commerce Education Award. Now may I politely request the founder and CEO of Expresso Global, Mr. Aftab Shaukat, to kindly come over to the stage and accept the Brand Visionary of the Year Award from our Honorable MLA. Ladies and gentlemen, friends and family, kindly put together your hands as Mr. Aftab Shaukat receives the award for the Brand Visionary of the Year, please. കുറച്ചുകൂടെ നിറഞ്ഞ ഒരു കരഘോഷമൊക്കെ നമുക്ക് എല്ലാവർക്കും ആവാം കേട്ടോ. നമുക്ക് കരഘോഷത്തിൽ കൈയടിക്കുന്നതിന് നമുക്ക് ഇത്രയും മിസ് ചെയ്യാൻ വേണ്ട. Let's be generous with applauding and cheering up our fellow people. And now the Excellence in Celebrity Management Award, and that award goes to Mr. Najeeb AP, the founder of ANAR. Joining with us to receive the Excellence in Celebrity Management Award, we have the founder of ANAR, Mr. Najeeb AP. Sir, thank you so much. With that, the awarding ceremony gets over, and right now we are moving on to yet another partner talk. And yes, kindly excuse me. In the meanwhile, may I humbly request all of you to kindly take back the seats. So next is yet another inspiring partner talk. ഇന്നിവിടെ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് എങ്ങനെ നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളത്. അതുപോലെ എഡ്ടെക്കുകളെ കുറിച്ച്. എഡ്ടെക് ഫൗണ്ടർ ആയിട്ടുള്ള അനീസ് പൂവത്തിയാണ് ഇനി വേദിയിൽ എത്താൻ പോകുന്നത്. Let's invite Anees Puvati, the CEO of I4 Education, the most innovative edtech from Kerala. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ UGC നെറ്റ് എക്സാമിൽ 8 വ്യത്യസ്ത വിഷയങ്ങളിൽ നെറ്റും 2 GRF ക്വാളിഫൈയും ചെയ്ത റെക്കോർഡ് ഹോൾഡറാണ് അദ്ദേഹം. What an incredible feat. And now he is going to discuss about redefining sustainability, disrupting the EdTech formula. May we kindly have the pleasure and privilege of listening to you, Mr. Anees Puvati, the CEO of I4 Education. Thank you so much for joining with us, sir.
Hello. Hi, good evening all. I know it's too late, but I will make it short. ഞാൻ ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിച്ചു തുടങ്ങാം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ജീവിതത്തിൽ പഠിച്ചാലാണ് നമ്മൾ ഈ മൊബൈലിൽ സ്ക്രോൾ ചെയ്യുന്നതിനേക്കാളേറെ ബെനിഫിറ്റ് ഉണ്ടാവുക എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ആരെങ്കിലും മൊബൈൽ സ്ക്രോൾ ചെയ്യുന്ന, സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്യുന്ന ആ ഒരു സന്തോഷത്തിൽ പഠിച്ചവരുണ്ടോ? ഒന്ന് കൈ ഉയർത്തോ. അങ്ങനെ പഠിച്ച ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ വൈ ഇസ് ദാറ്റ്? എന്തുകൊണ്ടാണ്, ഇവന്തോ നമുക്കറിയാം ഇതിൻ്റെ ഇമ്പാക്റ്റ് പഠനമാണെങ്കിലും ലേണിംഗ് ആണെങ്കിലും എന്തുകൊണ്ടാണ് നമ്മളെ ഹാപ്പി അല്ലാത്തത്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഞാൻ ഒരുപാട് കാലം ആലോചിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐ വിൽ ഗീവ് യു ആൻസർ വിത്തിൻ 5 minutes. Okay, so let me move to the topic. This is it. You have redefining EdTech. Okay, redefining the EdTech formula and sustainability. EdTech formula redefine ചെയ്യുക എന്ന് പറയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മൾ റീസ്ട്രക്ചർ ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ട്രപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതിന് മുമ്പ്, I think we have to discuss about what is the most common existing EdTech formula. നമ്മളെ സംബന്ധിച്ച് നിലവിലുള്ള EdTechൻ്റെ ഏറ്റവും കോമൺ ഫോർമുല ആയിട്ട് ഞാൻ പറയാം, വി ഹാവ് ഫോക്കസ് ഓൺ കോണ്ടൻസ്, നല്ല ക്ലാസ് കൊടുക്കുക, നല്ല എക്സാമുകൾ കൊടുക്കുക, നല്ല മെറ്റീരിയൽസ് കൊടുക്കുക, കുട്ടികളോട് പറയുക യു ഹാവ് ടു ഡു എ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക്. ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടതുണ്ടാവും. മഹത്തായ ലക്ഷ്യങ്ങൾ നേടുന്നത് മഹത്തായ ത്യാഗങ്ങളിലൂടെയാണ്, അല്ലേ? ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയാം. ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ സ്ഫിയർ വരെ. ഇതൊക്കെയാണ് നോർമലി ഇപ്പോഴത്തെ ഒരു എക്സിസ്റ്റിംഗ് ഒരു EdTechൻ്റെ ഒരു മേജർ, എല്ലാവരുടേതും ഞാൻ പറയുന്നില്ല, കോമൺ ഫീച്ചേഴ്സായിട്ട് നമുക്ക് പറയാൻ പറ്റുക. എന്തുകൊണ്ടാണ് അവിടെ ഒരു ഡിസ്ട്രപ്ഷൻ്റെ ആവശ്യം എന്ന് പറയുന്നത്? എല്ലാ ഫീൽഡിലും ഒരു ഡിസ്ട്രപ്ഷൻ നടക്കുന്നുണ്ട്. എല്ലാ ഫീൽഡിലും നമുക്കറിയാം, ഫിൻടെക് ആവട്ടെ, മെഡ്ടെക് ആവട്ടെ, മറ്റുള്ള ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് സ്റ്റാർട്ടപ്പുകളിൽ അല്ലെങ്കിൽ ബിസിനസ്സുകളിൽ വരുന്നത് പോലെ തന്നെ ഡിസ്ട്രപ്ഷൻ എഡ്യൂക്കേഷനിലും EdTechലും നെസസറിയാണ്. കാരണം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് പറയാൻ പറ്റും, സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ടെക്നോളജി എന്ന് പറയുന്നത് EdTech ആണ്. സോ ഞാൻ 4 പോയിന്റ്സിലൂടെ ഞാൻ പറയാം. ഓക്കെ, ഏത് ഇക്വേഷൻ മാറ്റിയിട്ടാണ് നമ്മൾ പുതിയ ഇക്വേഷൻ ആക്കേണ്ടത് എന്നുള്ളത്. സോ ദ ഫസ്റ്റ് ഇക്വേഷൻ ഐ വിൽ സേ, ഫ്രം കോണ്ടന്റ് ഫോക്കസ്ഡ് ടു ലേണിംഗ് സിസ്റ്റം ഫോക്കസ്ഡ്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ EdTechകളിലും നമ്മൾ കാണുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നന്നായി പഠിക്കുക, നല്ല ക്ലാസ് കൊടുക്കുക, നല്ല മെറ്റീരിയൽസ് കൊടുക്കുക, നല്ല എക്സാംസ് കൊടുക്കുക. ദിസ് ഈസ് എ തിങ്. പക്ഷെ ഐ വിൽ സേ ഇറ്റ്സ് ടൈം ടു ചേഞ്ച് ഫ്രം കോണ്ടന്റ് ടു ദ ലേണിംഗ് സിസ്റ്റം. അങ്ങനെ പറയാനുള്ള കാരണം, ചില പഠനങ്ങൾ പറയുന്നത് ഓൺലൈൻ കോഴ്സുകളിൽ നല്ല കോണ്ടന്റ് ഉണ്ട്. 10 മുതൽ 15% വരെ ആളുകൾ മാത്രമാണ് ഓൺലൈൻ കോഴ്സുകൾ കംപ്ലീറ്റ് ആക്കുന്നത് എന്നുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ അക്കാഡമിക് കോഴ്സായിട്ട് നമുക്ക് പറയാനുള്ളതാണ് മൂക്ക് എന്നുള്ള മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എന്ന് പറയും. 3 to 6% ആണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഫാക്കൽറ്റീസ് ക്ലാസ് എടുത്തിട്ട് മൂക്കിൻ്റെ കംപ്ലീഷൻ റേറ്റ് എന്നുള്ളതാണ് റിസർച്ച് ഗേറ്റിൻ്റെ ഒക്കെ പഠന റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ്സ് ഡ്യൂ ടു ലാക്ക് ഓഫ് പ്രോപ്പർ ലേണിംഗ് സിസ്റ്റം. ഐ വിൽ സേ ലേണിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ആണ്. എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്? ഡെഫിനറ്റ്ലി നമുക്കൊരുപാട് ബോറിംഗ് ടോപ്പിക്സ് ഉണ്ട്. മുമ്പത്തെ ഫ്യൂച്ചർ ഓഫ് സ്കൂൾസ് ഒക്കെ പറഞ്ഞു, നമ്മളെ പല സ്കൂൾ സിസ്റ്റം ഔട്ട്ഡേറ്റഡ് ആണ്, സിലബസ് ഔട്ട്ഡേറ്റഡ് ആണ്. പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലൊക്കെ അതിൽ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഐ ബിലീവ് ദർ ആർ നോ ബോറിംഗ് ടോപ്പിക്സ്. ദർ ആർ ഓൺലി ടോപ്പിക്സ് ദാറ്റ് ആർ ടോട്ട് ബോറിംഗ്ലി ഓർ റിട്ടൺ ബോറിംഗ്ലി ഓർ ലേൺ ബോറിംഗ്ലി. ഓക്കെ, ഒരു ടീച്ചർക്ക് ഒരു സിസ്റ്റത്തിന് വിചാരിച്ചാൽ ഒരു പരിധിവരെ കുട്ടികൾക്ക് ടോപ്പിക്കുകൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിപ്പിക്കാൻ പറ്റും ഇഫ് യു ഹാവ് എ സിസ്റ്റം. ആൻഡ് ദ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ഫോക്കസ് ഈസ്, ഓക്കെ, ഐ വിൽ സേ ഫ്രം എ സ്ട്രെസ്ഫുൾ എക്സാം പ്രിപ്പറേഷൻ ടു എ കംഫർട്ടബിൾ പ്രിപ്പറേഷൻ. അതായത് ഇന്നത്തെ മത്സര പരീക്ഷകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ള ഒന്നാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും, ഭയങ്കര കമ്പറ്റീറ്റീവ് ആണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കുട്ടികളുടെ പ്രശ്നമല്ല, കമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ്റെ തന്നെ പ്രശ്നമാണ്. വളരെയധികം കോച്ചിങ്ങുകളാണ് നടക്കുന്നത്, വളരെയധികം മത്സരമാണ്, വളരെ ലിമിറ്റഡ് ആയിട്ട് ആളുകൾ മാത്രമാണ് ജയിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ നിന്ന് ഒരു ഹാപ്പി ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ലേണിംഗ് സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ബേസിക്കലി ഇത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഐഡിയ ഒന്നുമല്ല, ഒരുപാട് മുമ്പും കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാനും പേഴ്സണലി ഇനീഷ്യൽ കാലം തൊട്ടേ ചിന്തിച്ചത്, ഞാൻ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യനിലേക്ക് തന്നെ വരാം. പഠിക്കുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നില്ല, മൊബൈൽ സ്ക്രോൾ ചെയ്യുമ്പോൾ, സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. വാട്ട് ഇസ് ദ റീസൺ? കുറച്ച് ബയോളജിക്കലി പറഞ്ഞാൽ ദ റീസൺ വാസ് ബേസിക്കലി ഒരുപാട് റീസൺ, മേജർ റീസൺ
വാസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ നെയിം ഡോപ്പമീൻ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന സമയത്ത്, മൊബൈൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഡോപ്പമീൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യപ്പെടും. ഇറ്റ് ഗീവ്സ് എ പ്ലഷർ എഫക്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സ്ക്രോൾ ഡൗൺ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ആൻഡ് മൈ ക്വസ്റ്റ്യൻ വാസ്, why can't we create a system that will generate dopamine while we learn, so that we will feel joyful experience when we are learning? അതെങ്ങനെ നടക്കുക എന്നുള്ളതാണ് ഞാൻ അടുത്തതായിട്ട് ആലോചിച്ചത്. ആൻഡ് ബേസിക്കലി തിങ് വാസ്, എന്താണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്? ഇറ്റ്സ് ഓൾ അബൌട്ട് ആൽഗോരിതംസ്. എന്താണ് ആൽഗോരിതം? ഐ വിൽ സേ, മനസ്സിലാൻ വേണ്ടിയിട്ട്, ഇറ്റ്സ് അബൌട്ട് ഡിസൈനിങ് ദ ഫീലിംഗ്. ഡിസൈനിങ് ദ ഫീലിംഗ് മീൻസ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാച്ച് ചെയ്യുന്ന റീലുകൾ തന്നെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കൊണ്ടുവന്ന് തരിക, കംഫർട്ടബിൾ ആയിട്ടുള്ള ടോപ്പിക്കുകൾ കൊണ്ടുവന്ന് തരിക. ഇതാണ് മൊബൈൽ ഫോണിൽ, സോഷ്യൽ മീഡിയയിൽ ദ ആൽഗോരിതം ഇസ് വർക്കിംഗ്. My question was, if we can create an algorithm in the learning system, definitely, biologically saying, scientifically saying, we can say learning to a happy experience. സോ അപ്പോൾ അതുകൊണ്ട് ഇനി കുട്ടികളോട് പറയാനുള്ളത്, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചോ, ഒരുപാട് നഷ്ടപ്പെടുത്തിയിട്ടോ, ഒരുപാട് ബുദ്ധിമുട്ടിയോ ഒന്നും പഠിക്കാനുള്ളതല്ല പഠനം എന്ന് പറയുന്നത്. ഇറ്റ്സ് സംതിങ് ദാറ്റ് യു ക്യാൻ ഹാവ് എ പ്ലഷർ. ഞാനൊരു എക്സാമ്പിൾ, എൻ്റെ പേഴ്സണൽ എക്സാമ്പിൾ തന്നെ പറയാം. നേരത്തെ പറഞ്ഞു, ഞാൻ 8 വ്യത്യസ്ത സബ്ജക്റ്റുകൾ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരാളാണ്. നെറ്റ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ഫോർ ബീങ് എൻ അസിസ്റ്റന്റ് പ്രൊഫസർ. ആൻഡ് ഐ എം ദ ഓൺലി കേരളൈറ്റ് ടു ഹാവ് നെറ്റ് ഇൻ 8 ഡിഫറെൻറ്റ് സബ്ജക്ട് ആൻഡ് one among the only 2 Indians, okay, one among the only 2 Indians with the same achievement. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഒരു എക്സാമിനെ ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു സമയത്ത് ഹൗ ഇസ് ഇറ്റ് പോസിബിൾ ടു ക്വാളിഫൈ 8 എക്സാംസ്? ഐ എം ട്രൈങ് ഫോർ ദ 9th എക്സാം ഓൾസോ നെക്സ്റ്റ് ടൈം. ഓക്കെ, ദ റീസൺ ഞാൻ പറയുന്ന ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഐ ഫീൽ ഹാപ്പി വെൻ ഐ ലേൺ. മേ ബി മൈ ഡോപ്പമീൻ ഈസ് റിലീസിങ് വെൻ ഐ എം ലേണിംഗ് സംതിങ്. ആൻഡ് through AIFA, what I'm trying is to create an algorithm of learning system that will stimulate the people or the students to release dopamine. Okay, because ultimately that's due to paucity of time I'm moving to. So that's a second equation we have to change from stressful to comfortable. And the third one I will say, it's about from the success mania to the ground reality regarding the result. അതായത്, it's time we talk about the unhealthy outcome of competitive examination. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മത്സര പരീക്ഷകളിൽ ജയിക്കുന്നതിനേക്കാളേറെ ഏറ്റവും കൂടുതൽ കുട്ടികൾ തോൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സിസ്റ്റം പലർക്കും ഉണ്ട്. ഒരു റിയാലിറ്റി, ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്, ഇന്ത്യയിൽ മൊത്തം പോപ്പുലേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ 2% ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഗവൺമെൻറ് ജോലിയെ ഈ നാട്ടിലുള്ളൂ. വിച്ച് മീൻസ് ഈ നാട്ടിൽ എത്ര PSC കോച്ചിങ് നടത്തിയാലും SSC കോച്ചിങ് നടത്തിയാലും 98% ആളുകൾക്കും ഗവൺമെൻറ് ജോലി ഉണ്ടാവില്ല. ദാറ്റ്സ് എ റിയാലിറ്റി. ആ 98% ആളുകളും പഠിക്കാത്തത് കൊണ്ടല്ല. സോ ഏതൊരു മത്സര പരീക്ഷകൾ എടുത്താലും, പേഴ്സണലി പറയുകയാണെങ്കിൽ നെറ്റ് എക്സാമിന് JRFന്റെ 99% ഫെയിലിയർ റൈറ്റ്. സോ ഇറ്റ്സ് ടൈം വി ടോക്ക് അബൌട്ട് ഫെയിലിയർ, തോൽക്കുന്നതിനെക്കുറിച്ച്, തോൽവിയെക്കുറിച്ച്. മത്സര പരീക്ഷകളിൽ ആളുകൾ തോൽക്കുമെന്നുള്ള റിയാലിറ്റി. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ മത്സര പരീക്ഷ തോൽക്കാനുള്ള കാരണം, രസകരമായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, തോൽക്കുമോ എന്നുള്ള പേടിയാണ്. നമ്മൾ ഫോബോഫോബിയ എന്ന് പറയാറുണ്ട്, പേടിക്കുമോ എന്നുള്ള പേടി. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഞാൻ കള്ളനെ കണ്ടിട്ട് ഞാൻ പേടിക്കോ എന്ന് പേടിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാക്കുക. അതേപോലെ ഏറ്റവും കൂടുതൽ ആളുകൾ തോൽക്കാനുള്ള കാരണം തോൽക്കുമോ എന്നുള്ള പേടിയാണ്. ആ തോൽക്കുമോ എന്നുള്ള പേടി എന്തുകൊണ്ടാണ് സിസ്റ്റത്തിൽ ഉണ്ടായതെന്ന് ചോദിച്ചാൽ, ദറ്റ് ഈസ് ഓൺലി സെലിബ്രേഷൻ ഓഫ് സക്സസ്. പല മത്സര പരീക്ഷകളിലും 95 or 99 പരാജയപ്പെട്ട ആളുകളെ കുറിച്ച് വി ഡോണ്ട് ഹാവ് എനി ഡിസ്കഷൻ. ഫെയിലിയർ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ഇറ്റ് ഹാസ് ടു ബി എംബ്രൈസ്ഡ്. വി ഹാവ് ടു ഹാവ് ഡിസ്കഷൻസ് അബൌട്ട് ഫെയിലിയർ. We have to make a norm that failure is accepted in a society. So that's a crucial thing. Okay, that's a third point I have to say regarding that one. Yeah, then the next and the final one, okay, regarding that one, it's all about creating, evolving from a fixed system to an evolving one. ഇന്ന് നമ്മുടെ ഫ്യൂച്ചർ ഓഫ് സ്കൂൾസ് എന്നുള്ള സെഷൻസിൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് ഹാസ് ടു ബി ഇവോൾവ്ഡ്. നമ്മുടെ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ വാട്ട് വി കൻ സേ, എല്ലാ സിസ്റ്റവും ഇവോൾവ് ചെയ്യുന്ന പോലെ എട്ടെക്കുകളും ഇവോൾവ് ചെയ്യേണ്ടതുണ്ട്. എട്ടെക്കുകളും ഇവോൾവ് ചെയ്യേണ്ടതുണ്ടെന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സിസ്റ്റമാണ് എട്ടെക്കുകൾ എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പലപ്പോഴും പറയാറുണ്ട്, ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ഓഫ് ദിസ് ജനറേഷൻ ഈസ് എക്സ്പെക്ടിങ് എ ന്യൂ റിസൾട്ട് ആഫ്റ്റർ ഡൂയിങ് ദ സെയിം തിങ് അഗൈൻ ആൻഡ് അഗൈൻ. ഓക്കെ, നമുക്ക് ഓരോരോ വർഷങ്ങളിലും
നിങ്ങളൊരു എഡ്ടെക് തുടങ്ങിയ ആളുകളോ ആണെങ്കിൽ പുതിയ പുതിയ സിസ്റ്റംസ് നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ പുതിയ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഡെഫിനറ്റ്ലി ടെക്നോളജി ഈസ് എ വെരി ക്രൂഷ്യൽ റോൾ. AI വിൽ പ്ലേ എ ക്രൂഷ്യൽ റോൾ. ഓക്കെ, അതുകൊണ്ട് ഈ AI, ദ ഇമോഷൻ, ദ ഹ്യൂമൻ നേച്ചർ, ദി ഫെയിലിയർ ആസ്പെക്ട് പോലെയുള്ള എല്ലാ കാര്യങ്ങളും കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു റീഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഇക്വേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമോടെക് എംബഡഡ് ലേണിംഗ് സിസ്റ്റം എന്നുള്ള ഒരു സിസ്റ്റത്തിലൂടെ നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ഹാപ്പി ലേണിംഗ് ഇക്കോ സിസ്റ്റം ഉണ്ടാക്കാനാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ദിസ് ഷുഡ് ബി എൻ എഫേർട്ട് ഫ്രം ഓൾ ദ എഡ്ടെക്സ്. എല്ലാ എഡ്ടെക്കുകളിൽ നിന്നും ഉണ്ടാവേണ്ട ഒരു കൊളാബറേറ്റീവ് എഫേർട്ടാണിത്. ബിക്കോസ് അൾട്ടിമേറ്റ്ലി വി ഹാവ് ടു മേക്ക് ലേണിംഗ് എ ഹാപ്പി എക്സ്പീരിയൻസ്. ഓക്കെ, എന്നുള്ളത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. ആൻഡ് റിഗാർഡിങ് AI ഓൾസോ, AI കുറിച്ച് പറഞ്ഞുകൊണ്ട് ഐ വിൽ ബി വൈൻഡിങ് അപ്പ് വിത്തിൻ എ മിനിറ്റ്. നേരത്തെ പറഞ്ഞു AI വരികയാണ്, ടീച്ചിങ് മാറാം, ജോലികൾ മാറാം, എഡ്ടെക്കുകളുടെ സ്ട്രക്ചറുകൾ മാറാം, പല ജോലികളും പോവാം. ബട്ട് ഐ വിൽ സേ ടീച്ചിങ് ഈസ് എൻ ഇവോൾവിങ് ജോബ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രത്തോളം ലേണിംഗിൽ ഇവോൾവ് ചെയ്യുന്നോ യു വിൽ സർവൈവ്. വെരി സിംപ്ലി ഐ വിൽ സേ AI will never replace teachers. But a teacher using AI will replace another teacher who is not using AI. That's an important thing. Okay, അപ്പം എല്ലാവരും അതിനനുസരിച്ച് AI ഉപയോഗിക്കുക, പുതിയ ടെക്നോളജികൾ ഉപയോഗിക്കുക. ആൻഡ് അൾട്ടിമേറ്റ്ലി എല്ലാ എഡ്ടെക്കുകാരോടും, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ എഡ്ടെക്കാരോടും എനിക്ക് പറയാനുള്ളത്, എഡ്യൂക്കേഷൻ ഈസ് എ ലോങ് സ്റ്റേജ്. So we have to have a collaboration regarding how to create a happy learning ecosystem. K-12 പഠിക്കുന്ന എഡ്ടെക്കുകൾ ഉണ്ടാവാം, വർക്ക് ചെയ്യുന്ന ഹയർ എഡ്യൂക്കേഷൻ, എയ്ഫർ പേഴ്സണലി ഹയർ എഡ്യൂക്കേഷനിലെ UGC, നെറ്റ്, CSIR, നെറ്റ്, കേടെറ്റ്, CUT പോലെയുള്ള സെക്ടറിലാണുള്ളത്. എല്ലാ എഡ്ടെക്കുകളും തമ്മിൽ ഒരു കൊളാബറേഷൻ ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് വി ഹാവ് ടു ക്രിയേറ്റ്, ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ലേണിംഗ് സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി ലെറ്റ് ദ എഡ്ടെക്സ് കൊളാബറേറ്റ്. ലെറ്റ്സ് ഡിസ്കസ് ആൻഡ് ഡിബേറ്റ്. And let's together take our effort in creating a happy learning ecosystem so that the next generation will enjoy while learning like we are enjoying while scrolling a mobile phone. That's it. Thank you. Thank you. Come on, everyone. Please unite your hands in favor of Mr. Anis Puvatil. Thank you so much for such an inspiring and interesting conversation. So, കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മളുടെ ScaleUp കോൺക്ലേവ്, ഇവിടെ 2024 ScaleUp കോൺക്ലേവ് വളരെ സക്സസ്ഫുള്ളി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെന്യൂ 1 വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കോൺവെർസേഷൻസ് നടക്കുന്നുണ്ടായിരുന്നു. വെന്യൂ 2 ചില സെഷൻസ് നടക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ദർ വാസ് അനദർ വെന്യൂ വേർ ശരിക്കുമുള്ള ഒരു പ്രോപ്പർ മാരത്തോണിനെ പോലെയുള്ള ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ, ഒരു കോൺടെസ്റ്റ് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി നടക്കുന്നുണ്ടായിരുന്നു, വിച്ച് വാസ് നെയിംഡ് ദ ഹാക്കത്തോൺ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാക്കത്തോണിൻ്റെ വെന്യൂല് ഇന്നലെ രാവിലെ ഒരു ഏകദേശം 50ഓളം ഗ്രൂപ്പ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എഴുതിയിരുന്നത്. ആൻഡ് ദേ വെയർ ഗിവൻ സം മെഡിക്കൽ പ്രോബ്ലംസ്. ചില നമ്മളുടെ മെഡിക്കൽ ഫീൽഡിലുള്ള ചില വളരെയധികം എടുത്തു നിൽക്കുന്ന അല്ലെങ്കിൽ വളരെ ക്വസ്റ്റ്യനിങ് ആയ വളരെ പ്രൊബ്ലമാറ്റിക് ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് അവർക്ക് കൊടുത്തിരുന്നു. ആൻഡ് ദേ വെയർ ആസ്ക്ഡ് ടു ഫൈൻഡ് സം സൊല്യൂഷൻസ്. സോ സിൻസ് യെസ്റ്റർഡേ മോർണിംഗ് ആൻഡ് അൺടിൽ നൗ ദേ വെയർ ഹിയർ, ദേ വെയർ ക്യാമ്പിംഗ് അറ്റ് ദ വെന്യൂ ഓഫ് ഹാക്കത്തോൺ. ആൻഡ് ഈ 50ഓളം വരുന്ന ആളുകളിൽ 50ഓളം വരുന്ന ഓരോരുത്തരും വളരെ യുക്തമായി തന്നെ വളരെ നല്ല രീതിയിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അവരുടേതായ സൊല്യൂഷൻസ് പ്രസന്റ് ചെയ്തിരുന്നു. ബട്ട് വി ഹാവ് ഷോർട്ട് ലിസ്റ്റഡ് 6 among those hackathon contestants and it is the time for recognizing and rewarding them. and അവരിൽ 3 പേർ എന്ന് പറയുന്നത് അവരുടെ പ്രസന്റേഷനും നമ്മൾ ഇപ്പോൾ വിറ്റ്നസ് ചെയ്യായിരിക്കും. ആൻഡ് സോ റൈറ്റ് നൗ വി ആർ about to witness 6 people, 6 team who have achieved or like who have won in the hackathon and who are about to embark on their journey to launching and scaling up their startup. So with lots of love, let me invite onto the stage the team EKC who have given the best overall solution which was regarding the mental health. May we kindly have team EKC join with us on the stage. The first shortlisted candidate of hackathon is team EKC. May we kindly have team EKC join with us on the stage. And in the meanwhile, may I take the liberty to request team Solo, team Pantheon, team Rex, team Pillsby and team Max Q to kindly assemble near the right side of the venue. May I request
Team Solo, Team Pantheon, Team Rex, Team Pillsby and Team Max Q to kindly assemble near the right side of the venue. And now once again may I invite onto the stage Team EKC for giving the best overall solution regarding mental health. Kindly come over to the stage, please. With interest to time, എനിക്കൊരു ചെറിയ അഭ്യർത്ഥനയുണ്ട്. ടീം സോളോ, ടീം പാന്തിയോൺ, ടീം റെക്സ്, ടീം പിൽസ്ബി, ടീം മാക്സ് ക്യൂ എന്നിവർ ദയവ് ചെയ്ത് വേദിയുടെ വലതുവശത്തായി അസംബിൾ ചെയ്യണം എന്നുള്ളൊരു ഹംബിൾ റിക്വസ്റ്റ് എനിക്ക് മേക്ക് ചെയ്യാനുണ്ട്. ഇറ്റ് വിൽ ബി റിയലി അപ്രീഷിയേറ്റഡ് സോ ദാറ്റ് വി കുഡ് പ്രൊസീഡ് ഓൺ ടു ദ റെസ്റ്റ് ഓഫ് ദി ഇവന്റ് വിത്തൗട്ട് ഫർദർ അഡു. ആൻഡ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് പുട്ട് ടുഗദർ യുവർ ഹാൻഡ്സ് ഫോർ the new people, the new team who are about to embark on their journey to launching and scaling a startup, the Team EKC with the best overall solution regarding the mental health. And are you ready to give on your presentation? All right. Hi, my name is Adil and we are coming from Manjeri Airnar Knowledge City Technical Campus. ഞങ്ങൾ 4ാം വർഷ ബിടെക് വിദ്യാർത്ഥികളാണ് മഞ്ചേരി EKC കോളേജിൽ. എൻ്റെ ടീംമേറ്റ്സ് ആണിത് അർഷക്, ഹിബ, ഷെരീഫ്, ഫിദ. അപ്പോൾ ഞങ്ങൾ ഇന്നലെയാണ് ഈ മെഡിക്കൽ ഹാക്കത്തോൺ ഇവിടെ എത്തിയത്, ഇന്നലെ രാവിലെ. അപ്പോൾ ഞങ്ങളോട് ഇങ്ങനെ മെഡിക്കൽ കുറച്ച് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്, അതായത് കുറച്ച് പ്രോബ്ലംസ് ഞങ്ങൾക്ക് തന്നു മെഡിക്കൽ ഫീൽഡിലില്ലേ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഞങ്ങൾ കണ്ടെത്തിയൊരു ഇതാണ് ഡിപ്രഷൻ. ആൾക്കാരിൽ തന്നെ ഡിപ്രഷനിലുള്ളൊരു സൊല്യൂഷനാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നമ്മളെ ഫിസിക്കൽ ഹെൽത്ത് സംബന്ധിച്ച്, അതേപോലെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അത് കുറേ ഉണ്ട്. പക്ഷെ അതിൽ വ്യത്യസ്തമായിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചത് നമ്മളെ മെൻ്റൽ ഹെൽത്താണ്. ഏത് ഹെൽത്ത് ആണെങ്കിലും നമ്മൾ മുമ്പിട്ട് നോക്കേണ്ടത് നമ്മളെ മെൻ്റലാണ്. നമുക്ക് അത് നേരിടാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴേ നമ്മളെ ഏത് രോഗമാണെങ്കിലും മാറുള്ളൂ. അങ്ങനെ ഒരു കണ്ടെത്തലിലൂടെയാണ് ഞങ്ങൾ ഡിപ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് അത്രത്തോളം ഒരു വലിയ രോഗമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഞങ്ങളിവിടെ ഡെവലപ്പ് ചെയ്തത് ഡിപ്രഷൻ ഡിറ്റക്ഷൻ യൂസിങ് മെഷീൻ ലേണിംഗ് ഒരു ആപ്പ് ഡെവലപ്മെൻ്റ് ആണ് ഞങ്ങളെ ഒരു ഫ്യൂച്ചറായിട്ട് കാണുന്നത്. അതായത് ഒരു മൊബൈൽ ഫോണിൽ, ഇപ്പോൾ മൊബൈൽ ഫോൺ എല്ലാവരും യൂസ് ചെയ്യണതാണ്. അങ്ങനെ ഒരു മൊബൈൽ ഫോണിൽ നമുക്ക് ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരാളെ ഡിപ്രഷൻ ലെവൽ മനസ്സിലാക്കാൻ പറ്റും. അതെങ്ങനെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തതെന്ന് വെച്ചാൽ ഒരാളെ മൊബൈൽ ഫോണിൽ ഞങ്ങളെ ആപ്പ് എടുത്തുകാണ്ട് അതിൽ നമ്മളെ ഫേഷ്യൽ, അതായത് ഒരാളെ മുഖം ഫേഷ്യൽ റെക്കഗ്നേഷൻ എന്ന് പറയും ഞങ്ങൾ. അതായത് ഒരാളെ മുഖത്തെ ഇമോഷൻസും കാര്യങ്ങളും ഞങ്ങൾക്ക് അതിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും.
അതേപോലെ അതിലൊരു ക്വസ്റ്റ്യനെയർ ഉണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൽ ഞങ്ങളിങ്ങനെ ചോദിക്കും, നിങ്ങളുടെ ഡിപ്രഷൻ ലെവൽ ഏത് ലെവലിലാണ്, അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യണത്, അങ്ങനെ ഞങ്ങൾ അയാളോട് ചോദിച്ച് ഞങ്ങൾക്ക് അതിന്നും ഒരു ഔട്ട്പുട്ട് കിട്ടും. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഞങ്ങൾ എവിടെ ഓക്കെ. അപ്പം ഞങ്ങൾ ഇവിടെ ക്വസ്റ്റ്യനെയർ ഞങ്ങൾ ചോദിക്കും അയാളോട്. അതിനുശേഷം അയാളെ ഇമോഷൻസ്, ഇയാൾ ഈ ചോദ്യങ്ങൾ ഉത്തരം ചെയ്യുമ്പോൾ അയാളെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് അതും കൂടി ഞങ്ങൾ മാപ്പ് ചെയ്തെടുക്കും. ഇത് രണ്ടും കൂടി ചെയ്തിട്ട് ഞങ്ങൾ അയാളെ ഒരു ഡിപ്രഷൻ ലെവൽ മനസ്സിലാക്കിയെടുക്കും. അതായത് നമ്മളെ ലോകത്ത് 280 മില്യൺ, ഞങ്ങൾ റിസർച്ച് ചെയ്തപ്പോൾ കിട്ടിയത് 250 മില്യണത്തോളം ആൾക്കാർ ഡിപ്രഷൻ എഫക്റ്റ് ചെയ്തുകൊണ്ട് അത് ആരോടും പറയാൻ പറ്റാതെയും അല്ലാതെയും കുറേ ആൾക്കാർ സൂയിസൈഡും, ഇപ്പം നമുക്കറിയാം നമ്മുടെ സെലിബ്രിറ്റി സുശാന്ത് സിംഗ് വരെ സൂയിസൈഡ് ചെയ്തൊരു അവസ്ഥയിലെത്തി. അപ്പം അങ്ങനെ ഇനി ആൾക്കാർ പോവാതിരിക്കാൻ ആൾക്കാർക്ക് കൂടുതൽ ഫീസിബിളായി, അതായത് നമ്മളെ കയ്യിലൊരു മൊബൈൽ വെച്ച് തന്നെ നമുക്ക് ഡിപ്രഷൻ സ്റ്റേറ്റ് മനസ്സിലാക്കി കൂടുതൽ നമുക്ക് അതിനുള്ള ഏർലി ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും കൊടുക്കാൻ പറ്റും. അതുപോലെ ഒരാൾ ഇതിൽ നോക്കിക്കാണ്ട് അയാളുടെ ഒരു അവസ്ഥ സിവിയർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ അത് ഉടനെ തന്നെ അടുത്തുള്ള ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ അത് ഡോക്ടേഴ്സിനെ നമുക്ക് വേഗം വിവരം അറിയിച്ച് അയാൾക്ക് സൂയിസൈഡിലേക്ക് പോകുന്നതോ അല്ലാതെ കാര്യങ്ങൾ നമുക്ക് വേഗം ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും പല ജീവനുകളും ഞങ്ങൾക്ക് ഇതുകൊണ്ട് രക്ഷിക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ടീമാണ് ഞങ്ങൾ ഇവിടെ മുമ്പോട്ട് വെച്ചത്. ഇതിൽ സെലക്ട് ചെയ്തതിൽ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. താങ്ക് യു. Thank you so much, Team EKZ, and that was like quite a need of the hour. നിങ്ങൾക്ക് എല്ലാവർക്കും സെൻറ്റർ സ്റ്റേജിലേക്ക് നിൽക്കാം. Thank you so much for joining with us now, and may I humbly request once again for the presence of our honorable MLA Sri Najeeb Kanthapuram sir onto the stage. ബഹുമാന്യനായ MLA നജീബ് കാന്തപുരം അവർകളെ ഞാൻ ഈ വേദിയിലേക്ക് ഏറെ സ്നേഹപൂർവ്വം ഏറെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളട്ടെ. Please join with us. And that is the first team who won in the hackathon, that is Team EKZ for the best overall solution regarding mental health, and which was a need of the hour. Thank you so much. Alright, so നമ്മളുടെ നെക്സ്റ്റ് പ്രസന്റേഷനിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ there is a small announcement to make. Thank you sir. Can we kindly return back to your seats? So നമുക്ക് ഇവിടെ ഒരു വാലറ്റും അതുപോലെ തന്നെ ഒരു വിസ കാർഡും കിട്ടിയിട്ടുണ്ട്. സോ ഇത് നഷ്ടമായിട്ടുള്ളവർ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ റൈറ്റ് സൈഡിലെ കൺസോളിൽ നിങ്ങൾക്കത് അവൈലബിൾ ആയിരിക്കും. ഒരു വിസ കാർഡ് ഫസലുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടേതാണ്. ആൻഡ് ലൈക്ക് ദർ ഈസ് ഓൾസോ എ ബ്രൗൺ കളർ വാലറ്റ് ഹിയർ വിത്ത് us. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ ടീം EKZ. കീപ് ഗോയിങ് ഹൈ ആൻഡ് മേക്ക് us all proud. സോ നമ്മളുടെ ഈ ഹാക്കത്തോണിൽ അറൗണ്ട് 50ഓളം ഉണ്ടായിരുന്ന ടീമുകളിൽ നിന്ന് 9 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ നിന്നും വീണ്ടും സെലക്ട് ചെയ്ത ഈ 6 പേർക്കാണ് ഇന്നത്തെ ദിവസം നമ്മളുടെ ഈ സ്റ്റേജിൽ വെച്ച അവാർഡിംഗ് സെറമണി നടക്കുന്നത്. ബട്ട് യെറ്റ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബാക്കിയുള്ളവരും വളരെ ശക്തമായ വളരെ ഇന്നവേറ്റീവായ സൊല്യൂഷൻസ് കാഴ്ചവെച്ചിരുന്നു. എസ്പെഷ്യലി ഫൈനൽ 9 ഉണ്ടായിരുന്ന ദ ലാസ്റ്റ് 3 പേര് വിച്ച് ആർ മാർക്ക് 10, മൊവെന്റോസ് ആൻഡ് ടി ടെക് ക്രാൽ. സോ ഈ 3 പേരും ദയവ് ചെയ്ത് നമ്മളോടൊപ്പം തന്നെ ഇവിടെ റൈറ്റ് സൈഡ് ഓഫ് ദ വെന്യൂവിൽ അസംബിൾ ചെയ്യണമെന്നൊരു ഹംബിൾ റിക്വസ്റ്റ് ഉണ്ട്. വി വുഡ് ലവ് ടു അപ്രീഷിയേറ്റ് യു ഓൾസോ ഫോർ യുവർ എഫേർട്സ്. ആൻഡ് വിത്ത് ദാറ്റ് ലെറ്റ്സ് മൂവ് അഹെഡ് ടു ദ സെക്കൻഡ് ടീം ഓഫ് ദ ഹാക്കത്തോൺ for giving in the best solution for the best electronics project regarding smartwatch, the team Zolo. Can we kindly have you onto the stage? Ladies and gentlemen, please put together your hands to receive the second hackathon winners. Oh, you are a solo person who can... And yes, ഒരു ടീമിനെ എനിക്ക് ടീമൊന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ജയിക്കും എന്ന് കാണിച്ചു തന്ന ഒരാളാണ്. With us we have Mr. Srinivasan, who is about to embark on his startup journey, and we are very excited to know your presentation.
Hello. Hi everyone. So myself Srinivasan and I'm basically from Bangalore, and by profession I'm an hardware engineer. I've been doing that for like past 1.5 years. So when I heard about this medical hackathon, I just wanted to put my hardware skill and build something like a product rather than just a tech. So that is my approach on this hackathon, and I'll just show you. Initially we'll start with the problem statement and then we'll see how I came up with the solution for it. So my problem statement is a little custom than what it was suggested on the 5 problem statements. For me, this was a problem statement I chose on my own because of some personal reason. First is the decline in health for elders. So as the age grows up, the health declines very rapidly. So I wanted to help some or the other way for elders. So that was a problem statement. And in this, if you see, all the points I have listed down. And one of the major one is very difficult to move and also the constant monitoring of their health. And to do that, this was my proposed solution. So I wanted to build a low-cost AI smartwatch. And the other major goal is it has to be completely made in India, except for the processor, whatever it goes, the semiconductor. Other than that, most of it can be built inside India, including manufacturing, assembly, and testing and everything. So some of the feature is it will do live vital monitoring. Also it has a cloud integration and the machine learning algorithm that will be running on the watch and not on the cloud. So it will be like very fast. And this was the initial set. So when I started the hackathon in the morning, so I came up with like a lot of ideas, what all the features that needs to go into the watch. Then whatever you see on the yellow part, so those are the points that I chose that I can do in like next 2 days. And this was the overall architecture, how I selected the parts for the watch. So initially we have a 32-bit processor. There we have gyroscope, accelerometer, a display, pulse oximeter, and a touch. And we have an identification tag. So this is the overall architecture. And in the further slides, I'll let you know why I chose this particular version and how it's cost effective. And this was the workflow. And the top, we have the hardware environment setup. That's where I started in the morning. Then towards the end of today afternoon, that's where I ended up. That's the application integration with cloud. So all the middle, whatever you're seeing is the process I went through to complete the hardware. And also wherever the red marks are there, those are the stops that I had to take because of some problems. And the green box next to that is how I solve the problems. And this is what the whole architecture of the watch is. So as soon as the watch starts up, it will go into some initialization and booting and everything. And it will go into 3 different modes. Using the switch, you can decide what mode you need to use the watch for. Okay. Thank you for listening. Thank you so much, Srinivas. It was an incredible presentation, and of course, that is an uprising Anish Achudan here with us. And may I humbly request once again for the presence of our Honorable MLA, Mr. Najeeb Kanthapuram, sir, to kindly join with us on the stage and to offer a token of love and appreciation for winning in the hackathon, encouragement to launch and scale his startup, and of course, all the very best to you. So can we kindly have the presence of you joining with us now? Thank you so much. And thus we have Mr. Srinivasan backing in the Hackathon Award for the Best Electronics Project. Kindly please put together your hands for this young uprising entrepreneur. And now for the next presentation, may I invite on Heli. Thank you so much. On Heli. Thank you so much, sir. Thank you so much, Srinivas. May I now request Team Pantheon to kindly join with us on the stage and give in your presentation on the best use of AI/ML. We are so excited to know what you have to bring in table.
So once again, humble announcement. നമ്മളുടെ കയ്യിൽ ഒരു വിസ കാർഡും അതുപോലെ തന്നെ ഒരു ബ്രൗൺ വാലറ്റും മിസ്സായി കിട്ടിയിട്ടുണ്ട്. അത് നമ്മളിവിടെ റൈറ്റ് സൈഡിൽ നമ്മുടെ കൺസോളിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇഫ് യു ഹാവ് ലോസ്റ്റ് ഇറ്റ്, കൈൻഡ്ലി കം ആൻഡ് കളക്ട് ഇറ്റ്. വിസ കാർഡ് ബിലോങ്സ് ടു മിസ്റ്റർ ഫസലുദ്ദീൻ. And yes, the presentation by Team Pantheon, we are excited to listen to you. Okay, so medical field is one of the most important areas in the industry, right? നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ one of the most important thing ആണല്ലേ. അപ്പോൾ there are many things in this medical industry to prevent it from working efficiently, such as the misdiagnosis. So as you can see, there are like 125,000 people die every year due to misdiagnosis. So this misdiagnosis can be arise due to various reasons, such as unavailability of complete data and the lifestyle of the patient and etc. So, and also the issues such as the doctors have not having enough time to sit with the patients and understand everything due to a large number of patients that has to be consulted to the doctor. So the task was given, which was given to us, was to build a platform to reduce the issues and make the lives and the consulting of the consulting for the doctors and patients easier. So we built exactly that, and I invite Zafar to talk more about it. Thank you. So നമ്മുടെ വിചാരിച്ച സൊല്യൂഷൻ എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, എസ്പെഷ്യലി എന്താ പ്രോബ്ലം എന്ന് ആദ്യം പറയാം. ഈ ഡോക്ടർമാരെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് അവർക്ക് ഡയഗ്നോസിങ്ങിന് വേണ്ടിയിട്ട് സമയം പൊതുവേ കുറവാണ് കിട്ടാറ്. ജനറൽ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അവരെത്രയാണ് ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡൊക്കെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുള്ളൂ. എസ്പെഷ്യലി ഇന്ത്യയിലൊക്കെ ഭയങ്കര പെട്ടെന്നാണ് ഈ പരിപാടികളൊക്കെ തീരുക. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുകയാണ്. യൂസറിന് ആ ആപ്ലിക്കേഷനിൽ അവരുടെ ഹെൽത്ത് ഡാറ്റ, ഇങ്ങനത്തെ കുറേ ഡാറ്റകളും ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആപ്ലിക്കേഷന് അവർക്ക് സ്വന്തമായിട്ട് അവരുടെ ഇഷ്യൂസൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ ഒരു സമ്മറൈസ്ഡ് ആയിട്ടുള്ളൊരു സാധനം ഡോക്ടറിന് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസ്ഫുൾനെസ് എന്താണെന്ന് പറഞ്ഞാൽ, എൻ്റെ ഫ്രണ്ട് പറഞ്ഞ പോലെ ഈ മെഡിക്കൽ എറേഴ്സൊക്കെ ഉണ്ടാവാൻ കുറയും. കാരണം ഈ ആപ്ലിക്കേഷൻ ഡോക്ടറുമായിട്ട് കോൺട്രാഡിക്ടറി ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരിക്കലും ഡോക്ടറിൻ്റെ ഒരു അതോറിറ്റി അല്ല ഇത്, പക്ഷേ അങ്ങനെ കോൺട്രാഡിക്ടറി ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ പോലെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് ഓരോ സ്ഥലത്തും ഈ മെഡിക്കൽ റിപ്പോർട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടും അവരുടെ ഹെൽത്ത് കാര്യങ്ങളും ഇതൊക്കെ ഒരു എസ്പെഷ്യലി ഒരു ഗൂഗിൾ പോലെ, ഒരു അഡ്വാൻസ്ഡ് ഗൂഗിൾ പോലെ അവരുടെ ഹെൽത്ത് ഡയഗ്നോസ് ചെയ്യേണ്ടി പറ്റും. താങ്ക് യു. സോ നമ്മളെ ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കോർ പാർട്ടാണിത്, സ്കോപ്പ് ഇൻ ദ മാർക്കറ്റ്. നമ്മൾ എത്ര നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, അത് വിറ്റ് പോയിട്ടില്ലെങ്കിൽ, പ്രോപ്പറായിട്ടുള്ള യൂസേഴ്സിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ കാര്യമില്ല. സോ അവർ സ്കോപ്പ് എന്ന് പറയുന്നത് നമ്മളെ മാർക്കറ്റ് സ്റ്റഡിയാണ്. 2022 മുതൽ 2030 വരെയുള്ള മാർക്കറ്റിൻ്റെ ഹൈക്കാണ്. ഗ്ലോബൽ ഹെൽത്ത് കെയർ IT മാർക്കറ്റിൻ്റെ ചാർട്ടാണിത്. അതായത് 18.50% ഹൈക്കാണ് പ്രതീക്ഷിക്കുന്നത്. കറൻ്റ്ലി ഇറ്റ്സ് ഓൺ $3825 ബില്യൺ ആണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത്. പക്ഷേ $14,488 ബില്യൺ US 2030 കൂടി ഹെൽത്ത് കെയർ IT കയറുമെന്നാണ് പറയുന്നത്. സോ വി തിങ്ക് ദാറ്റ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റാർട്ടപ്പായിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. സോ നമ്മൾ 3 റവന്യൂ മോഡൽസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഫ്രീമിയം, അതായത് നമ്മളെ യൂസേഴ്സിന് ബേസിക്കലി നമ്മൾ ഇനീഷ്യലി നമ്മളെ ആപ്ലിക്കേഷൻ ഫ്രീ ആയിരിക്കും. പക്ഷേ വൺസ് ദേ ആർ സാറ്റിസ്ഫൈഡ് നമ്മളെ കാര്യത്തിൽ ഇതാക്കും. പിന്നുള്ളത് പാർട്ട്ണർഷിപ്പാണ്, പിന്നെ ഡാറ്റ മോണിറ്റൈസേഷൻ. സോ 2 റവന്യൂ മോഡൽ ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. സോ ദാറ്റ്സ് ഓൾ വിത്ത് us. താങ്ക് യു. All right, I can see Team Pantheon actually wanted to explain a bit further about their project, and like they have got a whole lot of ideas exploding in their mind. But anyhow, the happy news is that like you have already bagged it and you are a hackathon winner, and all the very best to launching and scaling up your startup. And now may I humbly request our honorable MLA, Mr. Najeeb Kanthapuram Avargal, to kindly come forward and hand over a token of encouragement to these new uprising entrepreneurs. Please put together your hands for these wonderful young kids who are about to rock the business world later.
Najeeb sir, may I humbly request you to kindly stay back? And thank you so much. You may now descend. You may now descend back to your seats. Thank you. Thank you so much for joining with us and all the very best. And now may I invite onto the stage Team Rex for the most promising innovation on diagnosis to kindly come forward and accept the token of encouragement. Alright everyone, so that is Team Rex receiving the most promising innovation awards, and now we have with us the team Pillsby who have bagged the most commercially viable solution hackathon awards. Yes, please do join with us. Yes, we now have Team Pillsby who have bagged or who have given the best solution for the most commercially viable option. Thank you so much for joining with us. And now may I humbly request Team Max Q on Dawn to kindly come forward and accept your a token of encouragement for giving a solution on the most innovative use of technology. So that is Team Max Q people. So these are the final 6 selected candidates from the hackathon. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടന്ന ഒരു വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. അതിലെ 6 വിന്നേഴ്സിനെയാണ് കാണുന്നത്. പക്ഷേ ഇവരോടൊപ്പം തന്നെ മറ്റു 3 പേർ കൂടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരുന്നു. But yet they couldn't start their scale-up journey right now. But however, we would love to appreciate you here at this moment. Can we kindly have the presence of Mark 10 onto the stage? Can we kindly have the presence of Mark 10? Alright, now may I invite Mr. Tech Kral to kindly join with us. Sorry, not Mr. Team Tech Kral to kindly join with us, please. And Moventos, if they are here, can we kindly have you with us? Alright, it seems like they haven't waited, sir. Thank you so much for being here with us. And yes, we are coming to the end of the ceremony. നമ്മളുടെ സ്കെയിൽ അപ്പ് കോൺക്ലേവ്, ഇന്ത്യയുടെ ഫസ്റ്റ് ഫ്യൂഷൻ കോൺക്ലേവ് ഇതാ 2 ദിവസങ്ങൾ വളരെ വിജയകരമായി വളരെ സക്സസ്ഫുള്ളി നടന്നിരിക്കുകയാണ്. ഒരുപാടധികം എക്സ്ക്യൂസ് മീ സോ ഈ 2 ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ വളരെയധികം ഒരുപാടധികം പുതിയ കാര്യങ്ങൾ പഠിച്ചു. ഒരുപാടധികം ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഇൻസൈറ്റ്സ് കിട്ടി. സെൽഫ് ഡിസിപ്ലിൻ, പെർസിവിയറൻസ്, കൺസിസ്റ്റൻസി, സെൽഫ് മോട്ടിവേഷൻ, അങ്ങനെ ഒരുപാട് പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷേ എനിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ എല്ലാ ഡിസ്കഷനിലും ഏറ്റവും കോമൺ ആയി ഡിസ്കസ് ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയി എടുത്തു പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് നെറ്റ്വർക്കിംഗ്. ആൻഡ് ദാറ്റ് ഈസ് ഹിയർ വി ആർ അറ്റ് ദ സ്കെയിൽ-അപ്പ് ഫാമിലി. ജസ്റ്റ് ലൈക്ക് Nazrin previously mentioned, നമുക്ക് നെറ്റ്വർക്ക് ചെയ്യാൻ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് ഏറ്റവും ബെസ്റ്റ് ലെവലിൽ എലിവേറ്റ് ചെയ്യാനുള്ള ഒരു ഫാമിലിയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദ സ്കെയിൽ-അപ്പ് ഓപ്പർച്യൂണിറ്റി വിച്ച് intends to fuse you with the professionals, the investors, the entrepreneurs, as well as the business enthusiasts. And as we are about to conclude the ceremony, I would like to express my beloved gratitude for letting me be a part of this opportunity. ഈ ഒരു വേദിയിൽ, ഇത്രയും വലിയൊരു വേദിയിൽ ഈ 2 ദിവസം ഇവിടെ കൂടെ നിന്ന് എല്ലാവരുടെയും കൂടെ പങ്കിടാൻ സാധിച്ചതിൽ ഒരുപാടധികം നന്ദിയും സന്തോഷവും അറിയിച്ചുകൊള്ളട്ടെ. ആൻഡ് റിയലി ഐ എം താങ്ക്സം നിലനിർത്തിയത് ദക്ഷയാണ്. വി ആർ വെരി താങ്ക്ഫുൾ ടു യു. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇവൻറ്റ് സാധാരണ മറ്റ് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്.
ഇത് തീർച്ചയായിട്ടും ആങ്കർ ചെയ്യാനും ഈ 2 ദിവസം ഇത്ര ലൈവായി വൈബ് നിലനിർത്താനും സാധിച്ചത് നിങ്ങളുടെ ഒരു പ്രസൻസ് ആണ്. വി ആർ വെരി താങ്ക്ഫുൾ ടു യു. ഓക്കെ. Thank you so much, sir. Thank you so much for your kind words. It means a lot. And of course, ഇപ്പോൾ പറയാൻ തോന്നുന്നത് ശരിക്കും ഒരു കാര്യം കൂടെ, ജസ്റ്റ് ലെറ്റ് മീ ജസ്റ്റ് ടേക്ക് 2 minutes ഓഫ് യുവർ ടൈം. 2 ദിവസങ്ങൾക്ക് മുന്നെയാണ് ഞാനിവിടെ ആക്ച്വലി പെരിന്തൽമണ്ണയിൽ വന്നത്. അന്ന് എനിക്ക് ഇങ്ങടേക്ക് വഴി കാണിച്ചു തന്ന ചേട്ടൻ മുതൽ ഇന്ന് അവസാനം സംസാരിച്ചപ്പോൾ ഓരോരുത്തരും they have made me feel like I am a part of പെരിന്തൽമണ്ണ. ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും നിങ്ങൾ എവിടെന്നാ എന്ന് ചോദിക്കുമ്പോൾ മാത്രമാണ് ഓ ഞാൻ ഇവിടുത്തെ കാര്യം അല്ലല്ലോ എന്ന് ഓർത്തത്. ഇവിടെ വന്ന നമ്മളുടെ MLA നജീബ് സർ, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ജനകീയനായിട്ടുള്ള ഒരു MLA കാണുന്നത്. ഞങ്ങൾക്ക് ബ്രീഫ് ചെയ്ത് തരുന്നത് പോലും അദ്ദേഹമായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ഐ ഹാവ് ഹാഡ് സച്ച് എൻ എക്സ്പീരിയൻസ്. ആൻഡ് ഇവിടെയുള്ള ഓരോ വോളണ്ടിയേഴ്സ്, നമ്മൾ ഇതിൻ്റെ അകത്തുള്ള എടുത്തു പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. നസ്രിൻ മാം, അഫ്താബ് സർ, അങ്ങനെ ഒരുപാട് പേരുടെ പേരുകൾ ഞാൻ എടുത്തു പറയേണ്ടി വരും. അങ്ങനെ ഓരോരുത്തർ. ആൻഡ് അതുപോലെ ദിസ് ഡാർലിംഗ് കിഡ്സ് ആൻഡ് you all wonderful audience. It was such a pleasure hosting here at Perinthalmanna, and I really am looking forward to come back again to Perinthalmanna. Thank you so much. So let us now conclude this ceremony by finally recognizing the entire team that have worked behind our wonderful event, the ScaleUp Conclave 2024. Let me invite onto the stage Mr. Nadeem Ahmed. May we kindly have the presence of Mr. Nadeem Ahmed, and may also humbly request our honorable MLA, Mr. Najeeb Kanthapuram, to kindly hand over a token of love, appreciation and recognition to the entire team that goes behind the ScaleUp 2024, the first fusion conclave of the entire India. And also may I request the entire team who comes to receive the awards to kindly stay back in the stage so that we could have a group photo taken. Now let me invite onto the stage Mr. Muhammad Jazeel P. Can we kindly have Mr. Muhammad Jazeel P? Yes. Thank you so much for being here. And with lots of love, let me invite Mr. Shihas. Joining with us, we now have Mr. Shihas. Thank you so much for joining with us. Alright, let us now invite another very energetic participant, energetic coordinator of the ScaleUp Conclave, Mr. Latif Madala. Latif. Alright. And that was Mr. Latif, my dear people. And let's now invite onto the stage CA Praveen PK. Can we kindly have the presence of CA Praveen PK here at the pulpit? Thank you so much for joining with us. And that's Mr. Nazrin, that's Mr. CA Praveen PK. And now it's my utmost pleasure to be inviting a 2-time moderator, a gorgeous entrepreneur, Ms. Nazrin Midlaj. Joining with us, we now have Ms. Nazrin Midlaj. And may I invite onto the stage of our ScaleUp Conclave, Mr. Shafiq Natukal. Joining with us, we now have Mr. Shafiq. And with lots of love and respect, let me invite onto the stage Mr. Ajmal TP, who have also served as an moderator for one of our sessions. Can we kindly have Mr. Ajmal TP? Alright, he is joining with us from the other side.
And it's my incredible pleasure to be inviting onto the stage Mr. Muhammad Fauz. Joining with us, we now have Mr. Muhammad Fauz. Lots of love. Let me invite onto the stage Mr. Jafar Sadiq Tangal. Okay, definitely a crowd favorite. Let's now invite onto the stage Mr. Jafar Sadiq Tangal. And now let me invite onto the stage Mr. K.M. Rashik. Mr. K.M. Rashik joining with us on the stage of the ScaleUp Conclave 2024. With immense pleasure, let me invite onto the stage C.A. Shabna Rashid. Can we kindly have the courtier C.A. Shabna Rashid joining with us, please? Please put together your hands for C.A. Shabna Rashid. And that is C.A. Shabna Rashid joining with us. And now may I request for the presence of Mr. Aman Mohammed. On stage of the ScaleUp Conclave 2024, we now have Mr. Aman Mohammed. It's my incredible pleasure to be inviting onto the stage Mr. Vipin Das. Mr. Riaz, can we kindly have you join with us, please? And joining with us on the ScaleUp Conclave 2024, we now have Mr. Riaz. And may I now request the presence of Mr. Amin Sheelat. May I now request the presence of Mr. Amin. Thank you so much, sir, for being here with us. Thanks a ton. And with lots of respect, let me invite onto the stage Mr. Minsnath Babu. Joining with us, we now have Mr. Minsnath Babu. And can we kindly be graced by the presence of Mr. Shakib on the stage? Mr. Shakib. Can we kindly be graced by the presence of Mr. Shakib? Alright, let's move forward and invite onto the stage. Invite onto the stage Ms. Fasna. Can we kindly have the graceful presence of Ms. Fasna? And joining with us on the stage of the ScaleUp Conclave 2024, we now have Ms. Fasna. And Ms. Asifa, it would be really kind of you if you could join with us. Joining with us on the India's first Fusion Conclave, we now have Ms. Asifa. Hi. And it's my incredible pleasure to be inviting on to the dais Ms. Nachina Nuruddin. Joining with us, we now have Ms. Nachina Nuruddin. Joining with us on the ScaleUp Conclave 2024, we now have Ms. Nachina Nuruddin.
And may I also request the presence of Ms. Nadha TP and Reishka Iris N. May I humbly request the presence of Ms. Nadha TP. It would be delightful if Ms. Reishka Irish could join with us on the stage. Ms. Reishka Irish. Okay, now let's move forward and invite onto the stage Mr. Kumareshan. Thank you so much, Mr. Kumareshan, for being here with us. And it's my immense pleasure to be inviting onto the stage Mr. Najeeb. Come on everyone, please put together your hands for Mr. Najeeb. And to join with us now, let me invite onto the stage team MESIEDZ. The honorable team from MESIEDZ. Thank you so much for being an active participant. Can you join here? Mr. Hari, it would be really delightful if you could join with us. Hari sir kude undavanam enna MES team valareyadhigam aagrahikkunnu. And also Tarun, Hari sarum Tarun sarum deveda vediyil ഒത്തുചേരണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കട്ടെ. Now may I invite onto the stage Mr. Hisham from Pibots. Mr. Hisham from Pibots, can we kindly have you join with us on the stage? Mr. Hisham from Pibots, it would be really kind if you could join with us. Hisham, we would appreciate it if you could come a bit faster. I'm sorry, I wasn't unaware of it. Thank you so much for being here with us despite all your challenges. We now have Mr. Hisham from Pibots. And ഇന്നത്തെ ഈ ഒരു ഇവന്റ് ഇത്രമേൽ പോസിബിൾ ആക്കി ഇത്രമേൽ നന്നായി ഫ്ലോലെസ് ആയി എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ പിന്നിൽ വളരെയധികം എഫോർട്ട് എടുത്ത കുറച്ച് പേരുണ്ട്. ദ എക്സ്പ്രസോ ഗ്ലോബൽ ടീം. ലെറ്റ് മീ ഇൻവൈറ്റ് ടു ദ സ്റ്റേജ് മിസ് പർവീന ഫ്രം എക്സ്പ്രസോ. Ms. Pavina from Expresso, it would be really delightful if you could join with us with your that gracious big smile. Always Parvina കാണുമ്പോൾ ഒരു വലിയ ചിരി ഉണ്ടാകും മുഖത്ത്. And we now have Ms. Pavina joining with us. And may we kindly have the entire team from Expresso join with us. May we kindly have the entire team from Expresso Global join with us, please. Thanks a lot, Team Expresso, for making this event such a wonderful, flawlessly executed one. The credits goes to each one of you. And here we have Team Expresso Global, and let's welcome our partners in event planning, branding, positioning, event execution, strategy, communication, and advertisement. We now have Team Expresso Global. And now let me invite from the X-Media, Mr. Shafi Peruvallur. May we kindly have the presence of Mr. Shafi Peruvallur from X-Media. May we kindly have the presence of Mr. Shafi Peruvallur from X-Media. And joining with us, we now have Mr. Shafi Peruvallur from the X-Media, who have been very relentlessly taking up or capturing all the moments of
the ScaleUp Conclave 2024. And now, we would love to especially mention one person who have gone over and beyond in making this event possible. Let us acknowledge Mr. Siddiq from Expresso. Sir, can you kindly stay back? Shafi sir? Shafi sir, it would be really delightful if you could stay back. And yes, let's now acknowledge the efforts of Mr. Siddiq from Expresso. And now let me invite onto the stage the representatives from Wati College, SSM Polytechnic, TRR. Thank you so much for the wonderful participation to these institutions. Can we kindly have the team from Wati College and team SSM Polytechnic, TRR join with us. And that's our lovely volunteers. May we now have the presence of Mr. Fazal Waris on the stage. May we kindly have the presence of Mr. Fazal Waris on the stage. And let's also invite the presence of Subir, Vedupur and Sabir on the stage. Can we kindly have the presence of Mr. Fazal Waris, Sabir, Vedupur and Sabir. And Samad from Thiruvananthapuram. Can we kindly have the presence of Mr. Samad from Thiruvananthapuram on the stage? Kindly stay back. Thank you. And can we kindly have all the programmers and MyLearn team join with us? Sorry, my mistake. I made a whole mistake in reading out. Can we kindly have the team Pygrammers join with us on the stage? The team Pygrammers and team MyLearn join with us on the stage. Can we kindly have the team Pygrammers and team MyLearn join with us? Can we kindly have the presence of Mr. Sabir? Can you kindly join with us on the stage? It would be really delightful if Mr. Sabir could join with us on the stage. And that is Mr. Sabir joining with us. And joining here with us, we now have Pygrammers and MyLearn team. Kindly join us on the stage, please. The entire team, Pygrammers and MyLearn team. ഈ ഒരു ഇവന്റ് ഏറെ എനർജറ്റിക് ആയി ഒരു ഫ്ലോലെസ് ആയി മാറ്റിയതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച ഒരു കൂട്ടം ആളുകളെയാണ് ഇനി ഈ വേദിയിലേക്ക് ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നത്. Let me invite onto the stage Team Kriya. Let us have the entire Team Kriya join with us on the pulpit, please. And now may I request Mr. Faizir to kindly join with us. Mr. Faizir, it would be really delightful if you could join with us. Mr. Faizir, can you kindly join with us on the stage? And it's my incredible pleasure to be inviting onto the stage the ticketing partner, Make My Pass. Can we kindly have the team members from our ticketing partner, Make My Pass, join with us on the pulpits? And now,
ഈ ഒരു ഇവന്റ് പോസിബിൾ ആക്കിയ നമ്മളുടെ വളരെ ഹാർഡ് വർക്കിംഗ് ആയ, വളരെ ഡെഡിക്കേറ്റഡ് ആയ, വളരെ കമ്മിറ്റഡ് ആയിരുന്ന എല്ലാ വോളണ്ടിയേഴ്സിനും ഈ വേദിയിലേക്ക് ഞാൻ ഏറെ സ്നേഹത്തോടെ, ഏറെ ആദരവോടെ, ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. Can we kindly have the entire volunteers? If we have missed any names, kindly join with us on the pulpit. We are so delighted to have you with us. Can we kindly have Mr. Rizu, Mr. Aju and Mr. Ishan? So Najeeb സാറിന്റെ 3 മക്കൾ അജു, റിസു ആൻഡ് ഇഷാൻ, ഇവരെ മൂവരെയും നമ്മൾ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യട്ടെ. ആൻഡ് Mr. Nahanud and Mr. Anar, it would be really delightful if you could join with us on the pulpit. Mr. Nahanud and Mr. Anar, may I humbly request you to kindly join with us on the pulpit. Mr. Nahanud and Mr. Anar. And that is Team Kriya and the entire team of volunteers who have very actively participated in India's first fusion conclave of ScaleUp 2024. And also ScaleUp Conclave 2024-ന്റെ ആ സ്പെഷ്യൽ കോർ ടീമിനെ ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ, ഏറെ ആദരവോടെ ഞാൻ സ്വാഗതം ചെയ്തോളട്ടെ. Can we kindly have ഹലോ. ഈ ഇവന്റിന് ഇത്രയേറെ പകിട്ടേറാൻ കാരണമായ ഒരു പേരും കൂടി മിസ്സായിട്ടുണ്ട്. ദക്ഷ, പ്ലീസ് കം ഓവർ. ഹലോ. ദക്ഷയ്ക്ക് വേണ്ടി ഇതുവരെ നമുക്കൊക്കെ വേണ്ടി ദക്ഷയാണ് അനൗൺസ് ചെയ്തത്. അപ്പൊ ദക്ഷയ്ക്ക് വേണ്ടി ആരും ഇല്ലേ അനൗൺസ് ചെയ്യാനെന്ന് ചോദിച്ചായിരുന്നു. ഞാൻ തന്നെ ഏറ്റെടുക്കുന്നു. ദക്ഷയ്ക്ക് ഓൾ ദി ബെസ്റ്റ്, കൺഗ്രാറ്റുലേഷൻസ്. Thank you, sir. Thank you so much. Thanks, Atam. So ഈ എൻറ്റയർ ടീമിന്റെ ഭാഗമായി നമുക്ക് ഇന്നത്തെ ഈ ഒരു ഇവന്റ് ഇത്രമേൽ സാധ്യമാക്കി തന്ന, ഈ ഒരു ഇവന്റ് ഇത്രമേൽ ശക്തമായി നമുക്ക് നല്ല രീതിയിൽ നടത്താൻ സാധിച്ചത് ഒരൊറ്റ വ്യക്തിയുടെ ഒരു ചിന്തയുടെ ഭാഗമായാണ്, അദ്ദേഹത്തിന്റെ ഹോൾ ഹാർട്ടഡ് എഫോർട്സിന്റെ ഭാഗമായാണ്, അദ്ദേഹത്തിന്റെ ഹെക്ടിക് സ്കെഡ്യൂളുകളിൽ നിന്ന്, ആ സമയത്തിൽ നിന്നും കൊണ്ട് അദ്ദേഹം നമുക്ക് വേണ്ടി പ്രയത്നിച്ചത് കൊണ്ടാണ്. So we would love to return a token of love to our one and only, the very lovely, the very efficient MLA, the Honorable MLA Sri Najeeb Kanthapuram avargal. ScaleUp Conclave 2024-ന്റെ എൻറ്റയർ ടീമിന്റെ ഒരു സ്നേഹോപഹാരം സ്വീകരിക്കുവാനായി ബഹുമാനനായ ശ്രീ MLA അവർകളോട് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. Fab Lab Kerala team, please come onto the stage. Fab Lab Kerala team, do come onto the stage. Georgin and Mufid. Faizir, please come onto the stage. Faizir. നമ്മുടെ ഈ ടീമിന്റെ ഭാഗമായിട്ട് നിന്ന് എല്ലാവരും ഫ്രണ്ടിലേക്ക് വരണം. നമ്മുടെ സ്പോൺസേഴ്സ് നമുക്ക് ലാസ്റ്റ് ഇവിടെ ഫെയർവെൽ പറയുന്നവരെയും ഇരുന്ന സ്പോൺസേഴ്സ്, പ്രത്യേകിച്ച് ടോം ഉണ്ട്, അതുപോലെ മുസ്തഫ,
ഇബിന് ജല തുടങ്ങിയ എല്ലാവരെയും അവിടുന്ന് അങ്ങോട്ട് നോക്കിയിട്ട് വേറെ കാണുന്നില്ല. ഏതായാലും എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഇനി 2 വാക്ക് സംസാരിക്കാൻ അഫ്താബ്. ഞാൻ അങ്ങോട്ട് വരാം, ഫ്രണ്ടിലേക്ക് വരാം. ഹലോ സ്കെയിലപ്പ് ടീം, സ്കെയിലപ്പ് ടീം, ഹിപ് 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 ഹിപ്. അല്ല ഒന്ന് സൗണ്ട് വരട്ടെ, ഹിപ് ഹിപ് കുറേ പറഞ്ഞു. ഹിപ് ഹിപ്. മ്യൂസിക് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ ഐ വുഡ് ലൈക്ക് ടു താങ്ക് എവ്രി വൺ. ടു ബി വെരി ഫ്രാങ്ക്, ഇത്രയും വലിയ ടീമാണ്, ഇത്രയും വലിയൊരു ഇവന്റ് ഇങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് പോസിബിൾ ആക്കി. ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ദ എൻറ്റയർ ടീം മെമ്പേഴ്സ്. സോ ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാറ്റുലേറ്റ് ദ എൻറ്റയർ ടീം. ഞാൻ എല്ലാവരും പേരെടുത്ത് ഇവിടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. അതുകൊണ്ട് എസ്പെഷ്യലി കൺഗ്രാറ്റുലേറ്റ് ദ എക്സ്പ്രസോ, ഞങ്ങളുടെ ടീം, സ്കെയിലപ്പിൻ്റെ ടീം. ആരൊക്കെയാണ് എങ്ങനെയൊക്കെ ഏതൊക്കെ ടൈമിലാണ് എത്ര രാത്രിയും പകലും വർക്ക് ചെയ്തതെന്ന് അറിയില്ല. ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക്. ഐ വുഡ് പോയിന്റ് ഔട്ട് കപ്പിൾ ഓഫ് നെയിംസ്. നമ്മുടെ ഭാഗത്ത് പർവീന, ഷീ വുഡ് ഡേ ആൻഡ് നൈറ്റ് ആയിട്ട് മേ ബി ഒരു 1 month ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും. There's an Afsal who has designed the entire design element. Afsal എവിടെയെന്ന് അറിയില്ല. Afsal is somewhere here. The logo, the identity, branding, and he started off it. And കണ്ണൊക്കെ അടിച്ച് പോയിട്ടുണ്ടായിരുന്നു, but still he has done a great job. Then finally ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചത് സിദ്ദീഖിനെ സ്പെഷ്യലായിട്ട് അപ്ഡേറ്റ്. ഇത് എൻറ്റയർ ഇവന്റ് ഹസ് ബീൻ, അതിൻ്റെ എൻറ്റയർ പ്രൊഡക്ഷൻ എല്ലാം ചെയ്തത് സിദ്ദീഖ് ആയിരുന്നു. ബിഗ് ഹാറ്റ്സ് ഓഫ് ടു ഹിം. പിന്നെ ആക്ച്വലി നമ്മുടെ സപ്പോർട്ട് ചെയ്ത ലൈറ്റ് ആൻഡ് സൗണ്ട് ടീം, HMC, അതുപോലെ തന്നെ LED wall തന്ന മൗഫി, and they were the done one. ആൻഡ് ഇതിൻ്റെ ഫുൾ ഡിസൈൻ പാറ്റേൺസും നമ്മൾ ക്രിയേറ്റീവ്സ് എല്ലാം നമ്മുടെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്തത് സൈനെക്സ് എന്ന് പറഞ്ഞ ടീമുമാണ്. സോ ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാറ്റുലേറ്റ് എൻറ്റയർ ടീം. ഫൈനലി ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാറ്റുലേറ്റ് ഷിഫ കൺവെൻഷൻ സെൻറ്റർ ഹാസ് ഗിവൺ, എന്താ പറയുക, ഇത്രയും അടിപൊളി സ്പേസ് ഇത്രയും ദിവസങ്ങൾ നമുക്ക് വിട്ടു തന്ന ഷിഫ കൺവെൻഷൻ സെൻറ്റർ ഷിഫ ഉണ്ണീൻ സാഹിബിന് സ്പെഷ്യൽ താങ്ക്സ്. ആൻഡ് ഫോർ ദ എൻറ്റയർ crew, അല്ലെങ്കിൽ entire team has made this happen. And special thanks to Nadeem, and special thanks to Jasil, and special thanks to Shihavai. Rizu ഉണ്ട് ബാക്കിൽ, അൺസങ് ഹീറോ, ഇടയ്ക്കിടയ്ക്ക് ബാക്കിൽ വിളിച്ചിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പുഷ് ചെയ്ത് ഓരോരുത്തരെയും പുഷ് ചെയ്ത് റിസു. ആൻഡ് ഐ ഡോണ്ട് നോ വെദർ ഐ ഹാവ് ഫൊഗോട്ടൻ ഓർ മിസ്റ്റേക്കൻ, വിട്ടുപോയിട്ടാ. പിന്നെ ഷാഫിഖിന്റെ വീഡിയോ ടീം വാസ് സോ ഗുഡ്, സോ എക്സലന്റ്. ഓരോ മൊമെന്റ്സും പകർത്തി നമുക്ക് കാണിച്ചു തരാൻ ഐ തിങ്ക് വി ഹാവ് ഡൺ വിത്ത് എൻറ്റയർ ടീം. That was, എന്താ പറയുക, this is a literally this is example of a teamwork. Together everyone achieve more. അതിനൊരു ലിറ്ററൽ എക്സാമ്പിൾ. ആൻഡ് ബിഗ് ഹാറ്റ്സ് ഓഫ് ടു നജീബ് ka, you have made the dream come true. ഒരു പെരിന്തൽമണ്ണ ഒരു സംരംഭങ്ങളുടെ ഒരു പറുദീസയാക്കി നജീബ് ka മാറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. രണ്ട് കാര്യം പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര മോശമാണ്. അതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ 3 മണിക്ക് പോകാൻ വേണ്ടിയിരുന്നു. പിന്നെ ഓരോ പ്രാവശ്യം വരുമ്പോഴൊന്ന് പോകാനേ പറ്റണില്ല. ഞാനും മനസ്സുകൊണ്ട്, എൻ്റെ വീട് തൊടുപുഴയാണ്, ഞാൻ മനസ്സുകൊണ്ട് ഒരു പെരിന്തൽമണ്ണക്കാരനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നെ ഇവിടെ കൊണ്ടുവരുന്നത് എനിക്കൊരു ഏകദേശം ഒരു 10, ഞാൻ കഴിഞ്ഞൊരു 4 ആഴ്ച കണ്ടിന്യൂസ് ട്രാവലാണ്. അപ്പോൾ ഇന്ന് വന്നിട്ട് പരിപാടിയും കഴിഞ്ഞൊരു 3-3:30 പോകാൻ തോന്നി. ഇവിടുന്ന് മാറാനേ തോന്നുന്നില്ല. എന്നെ ഇവിടെ പരിചയപ്പെടുന്ന മുസ്തഫയാണ്. അപ്പോൾ എനിക്ക് മുസ്തഫയെ ഈ നജീബിനെ പരിചയപ്പെടുത്തിയപ്പോൾ എനിക്കൊരു 10-30ഓളം MLA-മാർ നല്ല സുഹൃത്തുക്കളായിട്ടുണ്ട് കേരളത്തിൽ നിന്ന്. പലപ്പോഴും വിളിക്കാനും ഒന്നിച്ച് യാത്ര ചെയ്യാനും ഭക്ഷണം കഴിക്കാനും ആശയങ്ങൾ പങ്കുവയ്ക്കാനും. അപ്പോൾ ഞാൻ പെരിന്തൽമണ്ണ ഇങ്ങനെ പരിപാടി എടുത്തപ്പോൾ ഇയാൾ എന്ത് പരിപാടി ചെയ്യാൻ പെരിന്തൽമണ്ണയെ കൊണ്ടുപോയി എന്ന് ഞാൻ ആലോചിച്ച് പോയി. പക്ഷേ ഉണ്ടല്ലോ, നിങ്ങളൊരു സംഭവമാണ്. അത് നമ്മൾ ഒത്തിരി ഇവൻസുകൾ പലയിടത്തും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു ഇവന്റ് ഒരിക്കലും, ഞാൻ അത് മനസ്സ് തുറന്ന് പറയുകയാണ്, ഒത്തിരി ഇവന്റുകൾ ഇതുപോലൊരു ഇവന്റ്, അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ഇത്രയും പേരുന്ന ഈ പറയുന്ന ഈ യങ് മൈൻഡ്സിനെ ഒന്നിച്ച് കൊണ്ടെടുക്കാനുള്ള ഒരു എനർജി അല്ലെങ്കിൽ ആ വൈബ് നജീബ് ഖാൻ നിങ്ങളെ സംബന്ധിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഈ കൂടെയുണ്ട്. ഞാൻ അവനോട് പറയുമായിരുന്നു, ഇത് പെരിന്തൽമണ്ണയ്ക്ക് മാത്രം കിട്ടിയാൽ പോരാ, നിങ്ങളുടെ അടുത്തൊരു വിഷൻ എന്ന് പറഞ്ഞാൽ നജീബ് ഖാൻ ഒരു കേരളത്തിൻ്റെ മൊത്തം ഒരു ഫിഗറാക്കി മാറ്റാനുള്ള ഒരു പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കണം. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ, എന്താണ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എനിക്ക് നല്ലതായിരിക്കും. പക്ഷേ അങ്ങനെ നല്ല ഒരു കേരളത്തിന് മൊത്തം പറ്റുന്ന ഒരു ഫിഗറാക്കി നിങ്ങൾ മാറ്റണം. അതിനുള്ള ഒരു എനർജി നിങ്ങളുടെ നിന്ന് ഉണ്ടാവട്ടെ. ഈ എനർജിയും എന്തൂസിയാസവും കീപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു പ്ലാറ്റ്ഫോം, ലെറ്റ്സ് കണ്ടിന്യൂ ദിസ് എനർജി ആൻഡ് എന്തൂസിയാസം. താങ്ക് യു. Thanks a lot, sir. I forgot 2 names, like Guestne completely manages Allam Nazreen, I forgot to mention. Then I've got Latif, complete കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത്. ആൻഡ് നമ്മുടെ ഭാഗത്ത് ഷെരീജ് ഉണ്ടായിരുന്നു. ഈസ് എ വൺ. ഈ പ്രിന്റും സാധനങ്ങളൊക്കെ രാത്രിയും പകലും ഇല്ലാതെ ഇവിടെ എത്തിച്ച ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്.
നമ്മൾ അറിഞ്ഞിട്ടില്ല, കാരണം അത്രയധികം മാറ്റങ്ങളും ചേഞ്ചസ് ചെയ്യാൻ ഓരോ മൊമെൻറ്റിലും ഉണ്ടായിരുന്നു. നമ്മുടെ പ്രോഗ്രാം ഷെഡ്യൂൾ എനിക്ക് 25 പ്രാവശ്യമായിട്ട് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് എവറിഥിങ് അബൌട്ട് ഫ്ലോലെസ് ആൻഡ് താങ്ക് യു ഓൾ, താങ്ക്സ് എ ലോട്ട്. നജീബ് ക ഒരു ബിഗ് റൗണ്ട് ഓഫ് ഒരു 1 2 3 ക്ലാപ്പ് നജീബ് കാക്ക് വേണ്ടി എല്ലാവരും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ. 1 റെഡി 1 2 3 അടിച്ചോ 1. All right, with that, shall we give 3 rounds of cheers for this wonderful team, this entire team that made this event possible, shall we? Shall we? Yes. So here it goes, hip hip. No, come on, louder, hip hip. Hip hip. And final count, hip hip. All right, everyone, so that is Team ScaleUp Conclave 2024. Come on, everyone, give a big thumbs up. Thank you so much, everyone. Thank you so much for your kind participation, active participation. It was an incredible journey all through these days, and of course, ഇനിയും മറ്റ് ഒരുപാട് നല്ല നല്ല സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാനുള്ള ഊർജ്ജമായി മാറട്ടെ ഈ കഴിഞ്ഞ ദിവസങ്ങൾ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഇവിടെ നിന്നും ഒരുപാടധികം ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാടധികം നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നിങ്ങളുടെ ലൈഫ് ലോങ്ങിലുള്ള ബെസ്റ്റ് റിസൾട്ട്സ് നൽകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് once again, and it's me, Daksha Ravindra, signing out. All of you take care, believe in your dreams, believe in magic. Thank you so much.